എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ സെൽ ബയോളജി പോർഷനിൽ പ്ലാസ്മ മെംബ്രെയിൻ, ദെൻ മെംബ്രെയിൻ ട്രാൻസ്പോർട്ട്, ബൾക്ക് ട്രാൻസ്പോർട്ട്, ദെൻ ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയസ്, then intracellular organelles, different intracellular organelles like endoplasmic reticulum, mitochondria, chloroplast, ribosome, lysosome, peroxisome, glyoxysome and Golgi complex. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് സെൽ ബയോളജി പോർഷനിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the typical thickness of the plasma membrane in a eukaryotic cell is. യൂക്കാരിയോട്ടിക് സെല്ലിൽ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട് അല്ലേ, നമുക്കറിയാം. പ്രൊക്കാരിയോട്ടിക് സെല്ലുണ്ട്, യൂക്കാരിയോട്ടിക് സെല്ലുണ്ട്. സോ യൂക്കാരിയോട്ടിക് സെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും ന്യൂക്ലിയസ് ഒക്കെ, ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെയുള്ളൊരു യൂക്കാരിയോട്ടിക് സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ്റെ തിക്നെസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് 5 to 10 ആങ്സ്ട്രം, 5 to 10 നാനോമീറ്റർ, 5 to 10 മൈക്രോമീറ്റർ ആൻഡ് 5 to 10 മില്ലിമീറ്റർ. So the right answer is 5 to 10 nanometer. Answer is 5 to 10 nanometer. Approximately 7.5 nanometer എന്നൊക്കെയാണ് നമ്മൾ മിക്ക ടെക്സ്റ്റ് ബുക്കിലും കാണാനായിട്ട് പറ്റുക. Moving on to next question. Our second question. Glycolipids are commonly found in the plasma membrane in the following locations. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഗ്ലൈക്കോലിപ്പിഡിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ് പ്ലാസ്മ മെംബ്രെയിനിൽ ഗ്ലൈക്കോലിപ്പിഡിൻ്റെ പൊസിഷൻ? നമുക്കറിയാം, നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ലിപ്പിഡ് ബൈലെയർ ആണ് അല്ലേ, ലിപ്പിഡ് ബൈലെയർ. ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ, ഒരു യൂക്കാരിയോട്ടിക് സെല്ല് എടുത്തു കഴിഞ്ഞാൽ പ്ലാസ്മ മെംബ്രെയിൻ കാണാനായിട്ട് പറ്റുക. ദെൻ ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ സർഫസിലായിട്ട് നമുക്ക് പ്രോട്ടീൻസ് ഒക്കെ കാണാനായിട്ട് പറ്റും. ദെൻ അത് കൂടാതെ എന്തൊക്കെ കാണാനായിട്ട് പറ്റും? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസിനെ കൂടാതെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റും കാണാനായിട്ട് പറ്റും. ദെൻ ഈ കാർബോഹൈഡ്രേറ്റ് എങ്ങനെയാണ് കാണുക? ഒന്നില്ലേ ഇവിടെ കാണുന്ന ലിപ്പിഡുമായിട്ട് ലിങ്ക് ചെയ്ത്, കാർബോഹൈഡ്രേറ്റ് ലിങ്ക്ഡ് വിത്ത് ലിപ്പിഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഗ്ലൈക്കോ ലിപ്പിഡ്സും, അതല്ല അവിടെയുള്ള പ്രോട്ടീൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഗ്ലൈക്കോ പ്രോട്ടീൻസ് എന്ന് വിളിക്കും, ഗ്ലൈക്കോ പ്രോട്ടീൻസ്. ദെൻ ഇതാണ് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടെങ്കിൽ സൈറ്റോപ്ലാസത്തിനോട് നിയറർ ആയിട്ടുള്ള ഒരു സൈഡ്, ഇതാണ് സൈറ്റോപ്ലാസം. സോ സൈറ്റോപ്ലാസത്തിനോട് നിയറർ ആയിട്ടുള്ള ഒരു സൈഡും കാണും, അതായത് നമ്മൾ സൈറ്റോപ്ലാസ്മിക് സൈഡ് എന്നും, അതല്ല എന്നുണ്ടെങ്കിൽ സൈറ്റോസോളിക് സൈഡ് എന്ന് വിളിക്കും. ഇത് നോൺ സൈറ്റോസോളിക് സൈഡ്, അതായത് എക്സ്ട്രാ സെല്ലുലാർ സൈഡും അതിന് നമ്മൾ നോൺ സൈറ്റോസോളിക് എന്നും, അതല്ല സൈറ്റോപ്ലാസ്റ്റിനോട് ചേർന്നുള്ളതിനെ സൈറ്റോസോളിക് സൈഡ്, നോൺ സോ പ്ലാസ്മ മെംബ്രെയിൻ രണ്ട് സൈഡ് ഉണ്ട്, സൈറ്റോസോളിക് ആൻഡ് നോൺ സൈറ്റോസോളിക്. സൈറ്റോപ്ലാസത്തിൻ്റെ അടുത്തുള്ള പ്ലാസ്മ മെംബ്രെയിൻ്റെ സൈഡിനെ സൈറ്റോസോളിക് എന്നും, ഓപ്പോസിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ സൈഡിനെ നോൺ സൈറ്റോസോളിക് ഫേസ് എന്നാണ് വിളിക്കുക. ഇതിലെവിടെയാണ് ഗ്ലൈക്കോലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കാർബോഹൈഡ്രേറ്റ് അറ്റാച്ച്ഡ് ടു ദി ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂളാണ് ഗ്ലൈക്കോലിപ്പിഡ്. ഗ്ലൈക്കോലിപ്പിഡ്സ് എവിടെയാണ് കാണാൻ? ആക്ച്വലി ഗ്ലൈക്കോലിപ്പിഡ്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സെല്ലിൻ്റെ റെക്കഗ്നിഷൻ, സെല്ലുലാർ റെക്കഗ്നിഷനാണ് ഈ ഗ്ലൈക്കോലിപ്പിഡ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഇറ്റ് കനോട്ട് ബി പ്രെഡിക്റ്റഡ്, ഇറ്റ് വേരീസ് അക്കോർഡിംഗ് ടു ദ സെൽ ടൈപ്പ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, സെൽ ടൈപ്പ് അനുസരിച്ച് വേരി ചെയ്യുന്നതാണ് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് ഓപ്ഷൻ, ഇന്നർ ലീഫ്ലെറ്റ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ്റെ ഇന്നർ ലീഫ്ലെറ്റ് എന്ന് പറഞ്ഞത് ഈ സൈഡ്, സൈറ്റോസോളിക് സൈഡിനെയാണ് ഇന്നർ ലീഫ്ലെറ്റ് എന്ന് പറയുന്നത്. ആണോ? അല്ല. സോ ആ ഓപ്ഷനും റോങ് ആണ്. ഫസ്റ്റ് ഓപ്ഷൻ റോങ് ആണ്. ഔട്ടർ ലീഫ്ലെറ്റ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഔട്ടർ ലീഫ്ലെറ്റ് അല്ലേ, ഒരു സെല്ലിനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ റെക്കഗ്നീഷനാണ് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ. സോ ഔട്ടർ എന്നുള്ളത് റൈറ്റ് ഓപ്ഷനാണ്. ഫോർത്ത് ഓപ്ഷൻ നോക്കാം. ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ബോത്ത് ഔട്ടർ ആൻഡ് ഇന്നർ ലീവ്സ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ, അതും റോങ് ഓപ്ഷനാണ്. സോ കറക്റ്റ് ആൻസർ, ഗ്ലൈക്കോലിപ്പിഡിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? ഇറ്റ് ഈസ് ഓൺ ദ ഔട്ടർ ലീഫ്ലെറ്റ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ്റെ ഔട്ടർ ലീഫ്ലെറ്റിലാണ് ഗ്ലൈക്കോലിപ്പിഡ്സിനെ കാണാനായിട്ട് സാധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലാസ്മ മെംബ്രെയിൻ കൺസിസ്റ്റ് ഓഫ്. നമ്മളിപ്പോൾ തന്നെ പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓപ്ഷൻ നോക്കാം.
എ പ്രോട്ടീൻ എന്താണ് പറയുന്നത്? എ പ്രോട്ടീൻ, എ ലിപ്പിഡ് ആൻഡ് എ സെല്ലുലോസ് ലെയർ ആണോ? അല്ല. സെക്കൻഡ് ഓപ്ഷൻ ലിപ്പിഡ് ബൈലെയർ സറൗണ്ടഡ് ബൈ പ്രോട്ടീൻ ലെയേഴ്സ് അല്ലേ? എങ്ങനെയാണ് ലിപ്പിഡ് ബൈലെയർ വിച്ച് ഈസ് സറൗണ്ടഡ് ബൈ, ഇതാണ് ലിപ്പിഡ് ബൈലെയർ സറൗണ്ടഡ് ബൈ പ്രോട്ടീൻ ലെയേഴ്സ്. Lipid bilayer surrounded by protein layers, and third one a protein layer between two lipid layers. നടുക്ക് പ്രോട്ടീനും അതിന് ചുറ്റും 2 ലിപ്പിഡ് ലെയർ, അതാണോ? അല്ല. ലിപ്പിഡ് ലെയർ ബിറ്റ്വീൻ 2 പ്രോട്ടീൻ ലെയേഴ്സ്. ഇവിടെ എങ്ങനെയാണ്? ഒരു ലിപ്പിഡ് ലെയർ ബിറ്റ്വീൻ 2 പ്രോട്ടീൻ ലെയേഴ്സ് എന്നാണ് പറയുന്നത്. സോ ആൻസർ ഡി യു അല്ല. ആൻസർ ഏതാ വരിക? ലിപ്പിഡ് ബൈലെയർ സറൗണ്ടഡ് ബൈ പ്രോട്ടീൻ ലെയേഴ്സ്. ലിപ്പിഡ് ബൈലെയർ സറൗണ്ടഡ് ബൈ പ്രോട്ടീൻ ലെയേഴ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ പ്ലാസ്മ മെംബ്രെയിൻ the best way to know the characteristic of membrane protein is. എന്താണ് ക്വസ്റ്റ്യൻ? ഒന്നുകൂടി നോക്കാം. in plasma membrane the best way to know the characteristic of membrane protein. പ്ലാസ്മ മെംബ്രെയിൻ പ്രോട്ടീൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് മനസ്സിലാക്കാനായിട്ട് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഏറ്റവും നല്ല മെത്തേഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി, second one X-ray crystallography and electron microscopy, third one cryo-sectioning and electron microscopy, and D all of the above. The best method to know the characteristic of membrane protein എന്ന് പറയുന്നത് X-ray crystallography and electron microscopy ആണ്. ഏതാണ്? X-ray crystallography and electron microscopy. അടുത്ത ക്വസ്റ്റ്യൻ. Glycolipid associated with the entry of cholera toxin into the cell is. ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഗ്ലൈക്കോലിപ്പിഡ് അസോസിയേറ്റഡ് വിത്ത് ദ എൻട്രി ഓഫ് കോളറ ടോക്സിൻ ഇൻ ടു ദ സെൽ. നമ്മുടെ കോളറ ടോക്സിൻ എന്ന് കേട്ടിട്ടുണ്ട് ഇല്ലേ? വിബ്രിയോ കോളറ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോക്സിൻ ആണ് കോളറ ടോക്സിൻ. കോളറ ഇൻഡ്യൂസ് ചെയ്യും. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഏത് ഗ്ലൈക്കോലിപ്പിഡ് ആണെന്ന് ഇതിന് കാരണം. ഗ്ലൈക്കോലിപ്പിഡ് അസോസിയേറ്റഡ് വിത്ത് ദ എൻട്രി ഓഫ് കോളറ ടോക്സിൻ ടു ദ സെൽ. സോ കോളറ ടോക്സിൻ ഒരു സെല്ലിനകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ചില സർഫസ് ചില ഗ്ലൈക്കോലിപ്പിഡ്സിനായിട്ട് അത് ഇൻറ്ററാക്ട് ചെയ്യണം. ആ പർട്ടിക്കുലർ ഗ്ലൈക്കോലിപ്പിഡ് ഏതൊക്കെ സെല്ലിലാണോ കാണുന്നത് ആ സെല്ലിലേക്ക് മാത്രമാണ് കോളറ ടോക്സിന് അകത്തോട്ട് കയറാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെയാണ് കോളറ ടോക്സിൻ ഒരു സെല്ലിനകത്തോട്ട് കയറണം എന്നുണ്ടെങ്കിൽ ആ സെല്ലിൻ്റെ സർഫസിലാണ് ഗ്ലൈക്കോലിപ്പിഡ് കാണുക അല്ലേ? പർട്ടിക്കുലർ ഗ്ലൈക്കോലിപ്പിഡ്സ് കാണണം. അത് ഏത് ഗ്ലൈക്കോലിപ്പിഡ് ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് വൺ GM1 ഗാംഗ്ലിയോസൈഡ്, GM3 ഗാംഗ്ലിയോസൈഡ്, സെറിബ്രോസൈഡ്, ഇതൊക്കെ ഗ്ലൈക്കോലിപ്പിഡ്സ് ആണ്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് GM1 ഗാംഗ്ലിയോസൈഡ്. ഇത് മെയിനായിട്ട് കാണുന്നത് ഇൻറ്റസ്റ്റൈനൽ സെൽസിലേക്കാണ്. ഇതാണ് ഒരു ഇൻറ്റസ്റ്റൈനൽ സെൽ എന്നുണ്ടെങ്കിൽ ആ സെല്ലിൻ്റെ സർഫസിൽ എന്ത് നമുക്ക് കാണാനായിട്ട് പറ്റും? ആ സെൽ സർഫസിൽ GM1 ഗാംഗ്ലിയോസൈഡ്. സോ ഈ GM1 ഗാംഗ്ലിയോസൈഡ് ആയിട്ട് കോളറ ടോക്സിൻ വന്നിട്ട് ഇൻട്രാക്ട് ചെയ്യും, ബൈൻഡ് ചെയ്യും. അങ്ങനെയാണ് കോളറ ടോക്സിന് സെല്ലിനകത്തോട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ കോളറ ടോക്സിൻ interact with the GM1 ganglioside present on the plasma membrane. Next question. According to the fluid mosaic model, the correct sequence of the plasma membrane. Widely accepted ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് സിംഗർ ആൻഡ് നിക്കോൾസൺ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡ് മൊസൈക് മോഡൽ എന്ന് പറയുന്നത്. ഇതാണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ. എന്താണ് ഫ്ലൂയിഡ് മൊസൈക് മോഡലിൻ്റെ കറക്റ്റ് ഓർഡർ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ലിപ്പിഡ് പ്രോട്ടീൻ പ്രോട്ടീൻ ലിപ്പിഡ്. ഇങ്ങനെയാണ് 2 ലിപ്പിഡ് ഇൻ ബിറ്റ്വീൻ പ്രോട്ടീൻ ബൈലെയർ ആണോ? അല്ല. നെക്സ്റ്റ് വൺ പ്രോട്ടീൻ ലിപ്പിഡ് അതുമല്ല. പ്രോട്ടീൻ ലിപ്പിഡ് പ്രോട്ടീൻ. സോ ലിപ്പിഡ് ബൈലെയർ ആൻഡ് അതിനെ സറൗണ്ട് ചെയ്തിട്ട് 2 പ്രോട്ടീൻ ലെയർ, ഓരോ പ്രോട്ടീൻ ലെയർ. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. എ ലിപ്പിഡ് ബൈലെയർ വിച്ച് ഈസ് സാൻഡ്വിച്ച്ഡ് ഇൻ ബിറ്റ്വീൻ പ്രോട്ടീൻ ലെയേഴ്സ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ഡിഫറൻസ് ബിറ്റ്വീൻ ലിപ്പോസോംസ് ആൻഡ് മിസെല്ലീസ്? എന്താണ് ചോദിച്ചിരിക്കുന്നത്? ലിപ്പോസോമും മിസെല്ലിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ലിപ്പോസോം എന്നും മിസെല്ലി എന്നും നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നിട്ട് നമുക്ക് ഓപ്ഷൻസ് നോക്കാം. നമുക്കറിയാം ലിപ്പിഡ് ബൈലെയർ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ നമുക്കറിയാം ഒരുപാട് ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂൾസ് അല്ലേ, ഇതാണ് ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത്. ഈ ഫോസ്ഫോലിപ്പിഡിൻ്റെ പ്രത്യേകത എന്താ? ദേ ആർ ആംഫിപതിക് ഇൻ നേച്ചർ. ദേ ആർ ആംഫിപതിക് ഇൻ നേച്ചർ. രണ്ട് ചാർജ് ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത് ഹൈഡ്രോഫോബിക് സൈഡും ഇങ്ങനെ ടെയിൽ റീജിയൻ ഉണ്ട്. ദാറ്റ് ടെയിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? വിച്ച് ഈസ് ഹൈഡ്രോഫോബിക്. ഹൈഡ്രോഫോബിക് ടെയിൽ പ്രസന്റ് ആണ്. അതുകൂടാതെ അതിൻ്റെ ഹെഡ് റീജിയൻ എങ്ങനെയാണ്? ഹെഡ് റീജിയൻ ഈസ് ഹൈഡ്രോഫിലിക് ഇൻ നേച്ചർ. ഹെഡ് റീജിയൻ ഈസ് ഹൈഡ്രോഫിലിക് ഇൻ നേച്ചർ. സോ ഹൈഡ്രോഫോബിക് ടെയിലും ഉണ്ട്, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡ് റീജിയനും നമുക്ക് കാണാനായിട്ട് പറ്റും ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂൾ. ഇങ്ങനെയുള്ളൊരു ആംഫിപതിക് മോളിക്യൂളിനെ ഒരു അക്വസ് സൊല്യൂഷനിൽ ഇട്ടേക്കാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷനായിട്ട് മിക്സ് ചെയ്തു, വാട്ടറുമായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെയുള്ളൊരു ആംഫിപതിക് മോളിക്യൂളിനെ വാട്ടറുമായിട്ട് അല്ലെങ്കിൽ ഒരു അക്വസ് മീഡിയമായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അതായത് ഇവിടെ ലിപ്പിഡ് ബൈലെയർ ഫോം ചെയ്യും. അതിൻ്റെ നടുക്കായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് എന്തുണ്ടാവും? സെൻറ്റർ പോർഷനിൽ ഒരു വാട്ടറി ഏരിയ ഉണ്ടാവും, ഒരു അക്വസ് റീജിയൻ ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ ഔട്ടർ റീജിയനിലും വാട്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന റീജിയൻ ഉണ്ടാവും. സോ ഇങ്ങനെ ബൈലെയർ ഫോം ചെയ്ത് സെൻറ്ററിൽ വാട്ടർ അല്ലെങ്കിൽ അക്വസ് മീഡിയം എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഹൈഡ്രോഫിലിക് സൈഡ് അതിന് ചുറ്റും ഒരു വാട്ടർ മീഡിയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫോം ചെയ്യുന്ന ബൈലെയർ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിപ്പോസോംസ്. എന്താണ്? ലിപ്പോസോംസ്. ആ സമയം മിസെല്ലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടെയിൽ റീജിയൻ സിംഗിൾ ടെയിലാണെന്ന് വിചാരിക്കും. ഇവിടെ ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിലെ ഫോസ്ഫോലിപ്പിഡ്സ് നോക്കുമ്പോൾ 2 ടെയിൽ കാണാനായിട്ട് പറ്റും. ചില കേസസിൽ സിംഗിൾ ടെയിലായിരിക്കും കാണാനായിട്ട് പറ്റുക. ചില കേസസിൽ ഇങ്ങനെ സിംഗിൾ ടെയിലായിരിക്കും ഫോം ചെയ്യാം. സോ ഇങ്ങനെ സിംഗിൾ ടെയിലുള്ള കണ്ടീഷനിൽ അവർ ഒരു ബോൾ ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറും. എങ്ങനെയാണ് ബോൾ ഫോം ചെയ്യുന്നത്? അതിൽ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിൽ റീജിയൻ അതിൻ്റെ സെൻറ്റർ പോർഷനിലോട്ട് എൻക്ലോസ് ചെയ്യും. ആൻഡ് ദ ഹൈഡ്രോഫിലിക് ഹെഡ് ഇൻട്രാക്ട് വിത്ത് ഇറ്റ് സറൗണ്ടിങ്. അതിൻ്റെ ഹൈഡ്രോഫിലിക് ഹെഡ് റീജിയൻ എങ്ങനെയാണ്? അതിൻ്റെ സറൗണ്ടിങ് ആയിട്ടുള്ള വാട്ടർ മീഡിയം ആയിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ മിസെല്ല എന്ന് വിളിക്കുന്നത്. എന്താണ് വിളിക്കുക? മിസെല്ല. ലിപ്പോസോം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ബൈലെയർ ആയിരിക്കും. സെൻറ്റർ പോർഷനിൽ എന്താണ്? അക്വസ് മീഡിയം ഉണ്ടായിരിക്കും. അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഹൈഡ്രോഫിലിക് ഹെഡ് കാണും. ദെൻ അതിൻ്റെ ഔട്ടർ റീജിയനിലും ഹൈഡ്രോഫിലിക് ഹെഡാണ്, അതും എക്സ്റ്റേണൽ വാട്ടർ മീഡിയം ആയിട്ട് കോണ്ടാക്ട് ചെയ്യും. ദെൻ മിസെല്ല എന്ന് പറയുമ്പോൾ ഇന്നർ കോറിൽ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിൽ മാത്രം ഇങ്ങനെ അടുക്കടുക്കായിട്ട് കാണാനായിട്ട് പറ്റും. ദെൻ അതിന് ചുറ്റും ഹൈഡ്രോഫിലിക് ഹെഡ് റീജിയൻ ആൻഡ് ദാറ്റ് ഹൈഡ്രോഫിലിക് റീജിയൻ ആയിരിക്കും ഇൻട്രാക്ട് വിത്ത് ദ സറൗണ്ടിങ് വാട്ടർ മീഡിയം. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ഡിഫറൻസ് ബിറ്റ്വീൻ ലിപ്പോസോം ആൻഡ് മിസെല്ലി? ഫസ്റ്റ് ഓപ്ഷൻ, ലിപ്പോസോംസ് ഹാവ് എ ബൈലെയർ സ്ട്രക്ചർ while micellies have a monolayer structure. അല്ലേ? ലിപ്പോസോം ഹാവ് എ ബൈലെയർ സ്ട്രക്ചർ while മിസെല്ലി ഹാവ് എ മോണോലെയർ സ്ട്രക്ചർ. ഓപ്ഷൻ കറക്റ്റ് ആണ്. ലിപ്പോസോംസ് ആർ ഫോംഡ് ബൈ പ്രോട്ടീൻസ് ആണോ? അല്ല. സോ ഓപ്ഷൻ ബി റോങ് ആണ്. ലിപ്പോസോംസ് ആർ യൂസ്ഡ് ഇൻ ഡ്രഗ് ഡെലിവറി while മിസെല്ലീസ് ആർ നോട്ട്. അത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ലിപ്പോസോംസ് ആർ റിജിഡ് while മിസെല്ലീസ് ആർ ഫ്ലെക്സിബിൾ. അതും ഓപ്ഷൻ റോങ് ആണ്.
സോ കറക്റ്റ് ആൻസർ. രണ്ട് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? ലിപ്പോസോംസ് ഹാവ് എ ബൈലെയർ സ്ട്രക്ചർ ഈ കാണിച്ചിരിക്കുന്നത്, വൈൽ മിസെല്ലീസ് ഹാവ് എ മോണോലെയർ സ്ട്രക്ചർ. ദെൻ ലിപ്പോസോംസ് ഡ്രഗ് ഡെലിവറിക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മിസെല്ലീസും ഡ്രഗ് ഡെലിവറിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ലിപ്പോസോംസ് ആണ്. സോ ആൻസർ ഏതാണ്? കീ ഡിഫറൻസ് ലിപ്പോസോംസ് ഹാവ് എ ബൈലെയർ സ്ട്രക്ചർ വൈൽ മിസെല്ലീസ് ഹാവ് എ മോണോലെയർ സ്ട്രക്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is a characteristic feature of integral membrane proteins? പ്ലാസ്മ മെംബ്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട്? അവിടെ ലിപ്പിഡ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്. ലിപ്പിഡ്, കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻസ് എന്നാണ് പറയുന്നത്. സോ അതിൽ പ്രോട്ടീൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ്, ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് ഉണ്ട്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ്റഗ്രൽ ഓർ ഇൻട്രിൻസിക് മെംബ്രെയിൻ പ്രോട്ടീൻസ്, അത് ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്നൊക്കെ പറയും. ഈ പ്രോട്ടീൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് മെയിനായിട്ട് ഈ പ്രോട്ടീൻസ് എന്തിനാണ്? ദേ ആക്ട് ആസ് ചാനൽസ് എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിൽ കൂടെ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ലാർജ് മോളിക്യൂളിനെ ഈസിലി ഡിഫ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ലാർജർ മോളിക്കുലാർ വെയ്റ്റ് സബ്സ്റ്റൻസസിനും ഈസിലി ഡിഫ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇങ്ങനെയുള്ള മോളിക്യൂൾസ് അയോൺസ് ഒക്കെ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർട്ടൻ ചാനൽസ് അല്ലെങ്കിൽ പോർസ് ഒക്കെ ആവശ്യമാണ്. അതാണ് മെയിനായിട്ട് ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ദേ ആർ ലൂസ്ലി അറ്റാച്ച്ഡ് ടു ദ ലിപ്പിഡ് ബൈലെയർ. ദേ ആർ ലൂസ്ലി അറ്റാച്ച്ഡ് ടു ദ ലിപ്പിഡ് ബൈലെയർ. B, they can be easily removed by high salt concentration. High salt concentration അവരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. They span the lipid bilayer one or more times and they are often associated with the cell's exoskeleton. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. They span the lipid bilayer one or more times. ലിപ്പിഡ് ബൈലെയറിൽ ഇങ്ങനെ സ്പാൻ ചെയ്ത് ഒന്നോ അതിൽ കൂടുതൽ തവണയോ അത് സ്പാൻ ചെയ്തിട്ട് കാണാനായിട്ട് പറ്റും. ആ എൻറ്റയർ ലെങ്ത്തിൽ കാണാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ആർ ഓൾസോ നോൺ ആസ്. ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ അല്ലേ, എന്താണ് ഇൻ്റഗ്രൽ പ്രോട്ടീൻസിനെ വിളിക്കുന്ന വേറൊരു പേര്? ഓപ്ഷൻസ് നോക്കാം. ഇൻട്രിൻസിക് പ്രോട്ടീൻസ്, ഗ്ലൈക്കോസിലേറ്റഡ് പ്രോട്ടീൻസ്, transmembrane proteins and bilayer proteins. എന്താ വിളിക്കുക? They are called intrinsic proteins. Integral proteins are also called intrinsic proteins. Next question. Which membrane protein type is most likely to function as an ion channel? എന്താണ് ക്വസ്റ്റ്യൻ? Which membrane protein type is most likely to function as an ion channel? ഒരു അയോൺ ചാനലായിട്ട് വർക്ക് ചെയ്യുന്ന മെംബ്രെയിൻ പ്രോട്ടീൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. പെരിഫറൽ മെംബ്രെയിൻ പ്രോട്ടീൻസ്. എന്താണ് പെരിഫറൽ മെംബ്രെയിൻ പ്രോട്ടീൻ? ഇതാണ് ലിപ്പിഡ് ബൈലെയർ എന്നുണ്ടെങ്കിൽ അതിൻ്റെ സർഫസിൽ കാണുന്നത്, അതിൻ്റെ പെരിഫറൽ സർഫസ് സൈറ്റോസോളിക് സൈഡ് ആവാം, അതുപോലെ തന്നെ നോൺ സൈറ്റോസോളിക് സൈഡ് ആവാം. എവിടെയാണെങ്കിലും പെരിഫറിയിൽ കാണുന്നതിനെയാണ് നമ്മൾ പെരിഫറൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ദെൻ ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ്. ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ് പറഞ്ഞാൽ ഇവിടെ ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട് അല്ലേ, ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്. ഈ ഫോസ്ഫോലിപ്പിഡായിട്ട് ലിങ്ക് ചെയ്ത് കാണപ്പെടുന്ന പ്രോട്ടീൻസിനെയാണ് എന്തെന്ന് വിളിക്കുക? ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ്. ദെൻ ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ്. ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞുള്ളൂ, സ്പാൻ ചെയ്ത് കാണുന്നത് അല്ലേ. ഇങ്ങനെ മെംബ്രെയിനിൽ ഫുള്ളി സ്പാൻ ചെയ്ത് കാണുന്ന പ്രോട്ടീൻസിനെയാണ് ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്ന് വിളിക്കുന്നത്. ദെൻ ഗ്ലൈക്കോ പ്രോട്ടീൻസ്. ഗ്ലൈക്കോ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ സർഫസിൽ കാണുന്ന പ്രോട്ടീൻസിനോട് കാർബോഹൈഡ്രേറ്റ് അറ്റാച്ച് ചെയ്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഗ്ലൈക്കോ പ്രോട്ടീൻസ് എന്ന് വിളിക്കുക. നമ്മളോട് എന്താ ചോദിക്കുന്നത്? വിച്ച് ക്യാൻ ബി ആക്ട് ആസ് ആൻ അയോൺ ചാനൽ എന്നാണ് പറയുന്നത്. അയോൺ ചാനലിൻ്റെ ഫംഗ്ഷൻ എന്താ? പുറത്തുനിന്നോ അകത്തുനിന്നോ പുറത്തുനിന്ന് സെല്ലിനകത്തോട്ട് അയോൺസിനെ മൂവ് ചെയ്യിക്കണം, അതുപോലെ തന്നെ സെല്ലിനകത്ത് നിന്ന് പുറത്തോട്ടും അയോൺ മൂവ്മെൻറ്റ് പോസിബിൾ ആവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതായിരിക്കും? പെരിഫറൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പെരിഫറൽ സർഫസിൽ മാത്രമായിരിക്കും കാണുക. ദെൻ ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ് പറഞ്ഞാൽ ആ ഫോസ്ഫോലിപ്പിഡായിട്ട് അറ്റാച്ച് ചെയ്ത് സർഫസിലോട്ട് കാണുന്ന പ്രോട്ടീൻസ്. ദെൻ ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് പറഞ്ഞാൽ ഫുള്ളി സ്പാൻ ചെയ്ത് കാണുന്നത്. ഗ്ലൈക്കോ പ്രോട്ടീൻസ് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് അറ്റാച്ച് ടു പ്രോട്ടീൻസ്. സോ ഏതായിരിക്കും നമ്മുടെ ആൻസർ? അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ് പോസിബിൾ ആവുന്നുണ്ടെങ്കിൽ ഫുൾ ആ മെംബ്രെയിനിൽ സ്പാൻ ചെയ്ത് കാണണം അല്ലേ. സോ ദ ആൻസർ എന്ന് പറയുന്നത് ദേ ആർ ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ്. ആൻസർ ഈസ് ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെംബ്രെയിൻ പ്രോട്ടീൻസ് ഈസ് ഇൻവോൾവ് ഇൻ സെൽ റെക്കഗ്നീഷൻ? എന്താണ് ചോദിച്ചിരിക്കുന്നത്?
സെൽ റെക്കഗ്നീഷന് ഹെൽപ്പ് ചെയ്യുന്ന മെംബ്രെയിൻ പ്രോട്ടീൻസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഏതായിരുന്നു? ഓപ്ഷൻ ഗ്ലൈക്കോപ്രോട്ടീൻസ്, ട്രാൻസ്പോർട്ടേഴ്സ്, അയോൺ ചാനൽസ് ആൻഡ് റിസപ്റ്റേഴ്സ്. ഏതാണ് സെൽ റെക്കഗ്നീഷന് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മൾ കോളറ ടോക്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സെൽ റെക്കഗ്നീഷന് ഹെൽപ്പ് ചെയ്യുന്നത് ദേ ആർ ഗ്ലൈക്കോപ്രോട്ടീൻസ്. ഗ്ലൈക്കോപ്രോട്ടീൻസ്, ഗ്ലൈക്കോലിപ്പിഡ്സ് ഒക്കെയാണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? സെൽ റെക്കഗ്നീഷന് ഹെൽപ്പ് ചെയ്യുന്നത്. Next one, aquaporins are membrane proteins that facilitate the transport of. Aquaporins. എന്താണ് ക്വസ്റ്റ്യൻ? അക്വാപോറിൻസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് മെംബ്രെയിൻ പ്രോട്ടീൻ ആണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓർ വിച്ച് ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്പോർട്ട് ഓഫ് വിച്ച് മോളിക്യൂൾ? ഓപ്ഷൻസ് എ അയോൺസ്, ഗ്ലൂക്കോസ്, water and amino acids. Aquaporins. Aqua means water. So aquaporins are related to transport water. Answer is option C, water. Next question. GPI anchored proteins show particular affinity towards. GPI anchored proteins. പ്രോട്ടീൻസുമായിട്ട് ഗ്ലൂക്കോഫോസ്ഫോഇനോസിറ്റോൾ എന്ന് പറയും. ഓക്കെ, ഗ്ലൂക്കോസിൽ ഫോസ്ഫോഇനോസിറ്റോൾ. ഈ GPI ആങ്കേർഡ് പ്രോട്ടീൻസ് അല്ല, പ്രോട്ടീൻസുമായിട്ട് ഇതൊരു പ്രോട്ടീൻ മെംബ്രെയിൻ പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന ലിപ്പിഡ്, ആ ലിപ്പിഡിൻ്റെ C ടെർമിനൽ എന്താണ്? GPI അഡീഷണലി അറ്റാച്ച് ചെയ്ത് കാണും. അതുകൊണ്ടാണ് അതിന് GPI ആങ്കേർഡ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഈ GPI ആങ്കേർഡ് പ്രോട്ടീൻസ് മെയിനായിട്ട് എവിടെയാണ് കാണുന്നത്, അല്ലെങ്കിൽ എങ്ങോട്ടായിരിക്കും അഫിനിറ്റി കൂടുതൽ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എ കൊളസ്ട്രോൾ, ബി ഹൈഡ്രോഫോബിക് ടെയിൽ, സി ലിപ്പിഡ് റാഫ്റ്റ് ആൻഡ് ഡി ഫോസ്ഫാറ്റിഡൈൽ സെറീൻ. ഇങ്ങനെയുള്ള GPI ആങ്കേർഡ് പ്രോട്ടീൻസ് മെയിനായിട്ട് കാണുന്നത് ലിപ്പിഡ് റാഫ്റ്റ് റീജിയൻ ആണ്. എവിടെയാണ്? ലിപ്പിഡ് റാഫ്റ്റ് റീജിയൻ. ലിപ്പിഡ് റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്ലാസ്മ മെംബ്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ പ്ലാസ്മ മെംബ്രെയിനിൽ ഇതുപോലെ കൊളസ്ട്രോൾ റിച്ച് ആയിട്ടുള്ള ചില റീജിയൻസ് കാണാനായിട്ട് പറ്റും. കൊളസ്ട്രോൾ റിച്ച് ആയിട്ടുള്ള റീജിയൻസ് കാണാനായിട്ട് പറ്റും. അതിനെയാണ് ശരിക്കും ലിപ്പിഡ് റാഫ്റ്റ് എന്ന് പറയുന്നത്. അവിടെ കൊളസ്ട്രോൾ കൂടുതലായിരിക്കും. അതുപോലെ GPI ആങ്കേർഡ് പ്രോട്ടീൻസ് ഒക്കെ കൂടുതലായിരിക്കും. അതായത് നമ്മുടെ മെംബ്രെയിന് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതിന് മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഷേപ്പ് മാറാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ലിപ്പിഡ് റാഫ്റ്റാണ്. സോ ഈ ലിപ്പിഡ് റാഫ്റ്റിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഏതാണ്? GPI ആങ്കേർഡ് പ്രോട്ടീൻസ്. ലിപ്പിഡ് റാഫ്റ്റിൽ നമുക്ക് GPI ആങ്കേർഡ് പ്രോട്ടീൻസ് കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ട്രാൻസ്മെംബ്രെയിൻ ഡൊമൈൻ ഓഫ് എ ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ ഈസ് പ്രസൻറ്റ് അസ്. എന്താണ് ക്വസ്റ്റ്യൻ? ദ ട്രാൻസ്മെംബ്രെയിൻ ഡൊമൈൻ ഓഫ് എ ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ ഈസ് പ്രസൻറ്റ് അസ്. നമ്മൾ ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസ് പഠിച്ചപ്പോൾ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫോമിലായിരിക്കും അത് കാണാമെന്ന് പറഞ്ഞു. എയ്തർ ഒരു സൈഡിലോട്ടായിരിക്കും കാണാനായിട്ട് പറ്റുക, അതല്ല എന്നുണ്ടെങ്കിൽ ഒറ്റ സിംഗിൾ മെംബ്രെയിനായിട്ട് ഫുൾ മെംബ്രെയിനിൽ സ്പാൻ ചെയ്യും. ഒറ്റ സിംഗിൾ ആയിരിക്കും, പക്ഷെ അത് ഫുൾ മെംബ്രെയിനിൽ സ്പാൻ ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ മൾട്ടി സ്പാൻ ആയിരിക്കും. ഇതെല്ലാം ഏതാണ്? ഇതെല്ലാം തന്നെ ആൽഫ ഹെലിക്സ് സ്ട്രക്ചർ ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ബീറ്റ ബാരൽസ് ആയിട്ടും കാണാനായിട്ട് പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ, ട്രാൻസ്മെംബ്രെയിൻ ഡൊമൈൻ ഓഫ് എ ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ ഈസ് പ്രസന്റ് ആസ്. ഏത് ഫോമിലാണ്? ആൽഫ ഹെലിക്സ് ആണോ, ബീറ്റ ഷീറ്റ് ആണോ, ട്രിപ്പിൾ ബീറ്റ ഷീറ്റ് ആണോ, നൺ ഓഫ് ദ എബോവ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വിച്ച് ഈസ് ആൽഫ ഹെലിക്സ്. ഏത് ഫോമിലാണ് കാണാനായിട്ട് പറ്റുക? വിച്ച് ഈസ് ഇൻ ദ ഫോം ഓഫ് ആൽഫ ഹെലിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് covalently attached to a lipid molecule in the cell membrane? Which of the following is covalently attached to a lipid molecule in the cell membrane? Cell membrane lipid molecule നോട് covalently attach ചെയ്ത് കാണപ്പെടുന്നത് ഏത് മോളിക്യൂളാണ്? ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ആണോ? അല്ല. ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസ് അതുമല്ല.
പെരിഫറൽ പ്രോട്ടീൻസ് അതും ലിപ്പിഡിനോട് ബൈൻഡ് ചെയ്തല്ല കാണുക. സോ ആൻസർ ഏതാണ്? ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻ. ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ് ആർ കോവാലൻ്റ്ലി അറ്റാച്ച്ഡ് ടു എ ലിപ്പിഡ് മോളിക്യൂൾ ഇൻ ദ സെൽ മെംബ്രെയിൻ. അതിനൊരു എക്സാമ്പിൾ ആണ് GPI ആങ്കേർഡ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. GPI ആങ്കേർഡ് പ്രോട്ടീൻ. Next question, the latest and most acceptable model for cell membrane is? Cell membrane model, different models പറയുന്നുണ്ട്. ട്രൈലാമിനാർ മോഡൽ, യൂണിറ്റ് മോഡൽ, ലാമെല്ലാർ മോഡൽ, മിസെല്ലാർ മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ഏറ്റവും ആക്സെപ്റ്റഡ് ആയിട്ടുള്ള, വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള മോഡൽ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കുക. യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ, ബി ലാമെല്ലാർ മോഡൽ, സി ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ആൻഡ് ഡി മിസെല്ലാർ മോഡൽ. So the answer is fluid mosaic model. Option C, fluid mosaic model. Next one, the low incidence of lipid flip-flop in a membrane preserves. The low incidence of lipid flip-flop in a membrane preserves. Membrane fluidity, membrane melting temperature, membrane asymmetry and all of the above. So first നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ പ്ലാസ്മ മെംബ്രെയിനിൽ രണ്ട് സൈഡ് ഉണ്ട് നമുക്കറിയാം. ഒരു ഇന്നർ സൈഡ് അല്ലെങ്കിൽ സൈറ്റോസോളിക് സൈഡും ഒരു ഔട്ടർ സൈഡ് വിച്ച് ഈസ് എ നോൺ സൈറ്റോസോളിക് സൈഡ്. സോ ഇതിൽ രണ്ടിലും ഒരുപോലെയല്ല ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. രണ്ട് സൈഡും ഒരേപോലെ, അതായത് ഇവിടെ പല കമ്പോണൻസ് ഉണ്ടാവും. ഫോസ്ഫാറ്റിഡൈൽ സെറീൻ, ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ, ഫോസ്ഫാറ്റിഡൈൽ കോളിൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കമ്പോണൻസ് ഉണ്ടാവും. ഇത് രണ്ട് ലെയറിലും ഒരുപോലെ അല്ലെങ്കിൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല കാണിക്കാം. ഇന്നർ ലീഫ്ലെറ്റിലും അതുപോലെ ഔട്ടർ ലീഫ്ലെറ്റിലും ഇതിലൊരു ഡിഫറൻസ് ഉണ്ടാവും. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരുപോലെയല്ല. സോ ഈ കമ്പോണൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ മൂവ് ചെയ്യും. ഇവിടെ കാണുന്ന കമ്പോണൻറ്റ് ഇപ്പോൾ ഫോസ്ഫോലിപ്പിഡ് എടുത്തു കഴിഞ്ഞാൽ, മെയിൻലി ഫോസ്ഫോലിപ്പിഡ്, ആ ഫോസ്ഫോലിപ്പിഡിന് ചില ടൈപ്പ് മൂവ്മെൻറ്റ് കാണിക്കുമെന്നാണ് പറയുന്നത്. മെയിൻലി 3 ടൈപ്പ്. അതിൻ്റെ ആക്സിസിൽ തന്നെ റൊട്ടേഷണൽ മൂവ്മെൻറ്റിന് അത് പറ്റും. അതുപോലെ ഇന്നർ ലീഫ്ലെറ്റിൽ നിന്ന് ഔട്ടർ ലീഫ്ലെറ്റിലോട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഔട്ടർ ലീഫ്ലെറ്റിൽ നിന്ന് ഇന്നർ ലീഫ്ലെറ്റിലോട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനാണ് ഫ്ലിപ്പേജ്. ഓക്കെ, അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ആണ് ഫ്ലിപ്പേസ് ആൻഡ് ഫ്ലോപ്പേസ്. ഫ്ലിപ്പേസ് ആൻഡ് ഫ്ലോപ്പേസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ മൂവ്മെൻ്റ് ആണ്? അതിൻ്റെ സെൻട്രൽ ആക്സിസിൽ മൂവ് ചെയ്യാനായിട്ട്, സ്വയം റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇൻവേർഡിൽ നിന്ന് ഔട്ട്വേർഡ് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഔട്ട്വേർഡിൽ നിന്ന് ഇൻവേർഡ്, അതായത് ഇന്നർ ലീഫ്ലെറ്റിൽ നിന്ന് ഔട്ടർ ലീഫ്ലെറ്റിലോട്ടും ഔട്ടർ ലീഫ്ലെറ്റിൽ നിന്ന് ഇന്നർ ലീഫ്ലെറ്റിലോട്ടും മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇത് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് മെംബ്രെയിൻ അസിമെട്രി കീപ്പ് ചെയ്യാനായിട്ടാണ്. ഇതാണ് മെംബ്രെയിൻ അസിമെട്രി. സോ ദ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? മെംബ്രെയിൻ അസിമെട്രി. ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കുക. ദ ലോ ഇൻസിഡൻസ് ഓഫ് ലിപ്പിഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻ എ മെംബ്രെയിൻ പ്രിസർവ്സ് മെംബ്രെയിൻ അസിമെട്രി. മെംബ്രെയിൻ അസിമെട്രി. നെക്സ്റ്റ് വൺ, which enzyme is responsible for moving phospholipid from the outer leaflet to the inner leaflet of the plasma membrane? ഞാൻ പറഞ്ഞു ഫ്ലിപ്പ് ഫ്ലോപ്പ് മെക്കാനിസം അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന 2 എൻസൈംസ് ആണ് മെയിൻലി ഉള്ളത്. ദേ ആർ ഫ്ലിപ്പേസ് ആൻഡ് ഫ്ലോപ്പേസ്. ഫ്ലിപ്പേസ് ആൻഡ് ഫ്ലോപ്പേസ്. ഇതിൽ ഫ്ലിപ്പേസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഫ്ലിപ്പേസ് നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. ഫ്ലിപ്പേസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ ലീഫ്ലെറ്റിൽ നിന്ന് ഇന്നർ ലീഫ്ലെറ്റ്, ഈ ഐ വെച്ച് ഓർത്താൽ മതി. ടു ഇൻ ടുവേർഡ്സ് ഇൻ, അകത്തോട്ട്, ആ ഇന്നർ ലീഫ്ലെറ്റിൻ്റെ ഐ ആയിട്ട് ഓർത്താൽ മതി. സോ ഔട്ടർ ലീഫ്ലെറ്റിൽ നിന്ന് ഇന്നർ ലീഫ്ലെറ്റിലോട്ട് ഫോസ്ഫോലിപ്പിഡിൻ്റെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ഫ്ലിപ്പേസ്. ഫ്ലോപ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോപ്പേസുമേ ടു ഔട്ട് എന്നുള്ള മീനിങ്ങിൽ ഓർത്ത് വയ്ക്കുക. ഇന്നർ ലീഫ്ലെറ്റിൽ നിന്ന് ഔട്ടർ ലീഫ്ലെറ്റിലോട്ട് ഫോസ്ഫോലിപ്പിഡിൻ്റെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫ്ലോപ്പേസ്. ദെൻ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെൻറ്റ്സ് എല്ലാം തന്നെ റെഗുലേറ്റ് ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു എൻസൈം ഉണ്ട് വിച്ച് ഈസ് കോൾഡ് സ്ക്രിംബേസ്. അവിടെ നിൽക്കട്ടെ, നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഫ്ലിപ്പേസ് ആൻഡ് ഫ്ലോപ്പേസ്. ഫ്ലിപ്പേസ് എന്തിനു വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്?
ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂളിനെ ഔട്ടർ ലീഫ്ലെറ്റിൽ നിന്ന് ഇന്നർ ലീഫ്ലെറ്റിലോട്ട് മൂവ്മെൻറ്റ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. വിച്ച് എൻസൈം ഈസ് റെസ്പോൺസിബിൾ ഫോർ മൂവിങ് ഫോസ്ഫോലിപ്പിഡ് ഫ്രം ദ ഔട്ടർ ലീഫ്ലെറ്റ് to the inner leaflet of the plasma membrane? Option: flippase, scramblase, phospholipase, D. kinase. Answer is flippase. Scrimblase, scramblase ഒക്കെ same function ആണ്. Okay. Next one, the appearance of phosphatidylserine on the outer leaflet of the plasma membrane is an indication of. So ഇവിടെ ഒരു ഫോസ്ഫോലിപ്പിഡിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്, ഫോസ്ഫാറ്റിഡൈൽസെറിൻ. ഈ ഫോസ്ഫാറ്റിഡൈൽസെറിൻ മെയിനായിട്ട് കാണുന്നത് ഇന്നർ ലീഫ്ലെറ്റിൽ. എവിടെയാണ് ഫോസ്ഫാറ്റിഡൈൽസെറിൻ? ഇന്നർ ലീഫ്ലെറ്റിലാണ് കൂടുതലായിട്ട് കാണുക. ഇന്നർ ലീഫ്ലെറ്റ്. ഫോസ്ഫാറ്റിഡൈൽസെറിൻ ഇന്നർ ലീഫ്ലെറ്റിലാണ് കൂടുതലായിട്ട് കാണുക. ദെൻ ഇത് എപ്പോഴാണ് ഔട്ടർ ലീഫ്ലെറ്റിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഔട്ടർ ലീഫ്ലെറ്റിൽ ഫോസ്ഫാറ്റിഡൈൽസെറിൻ്റെ എമൗണ്ട് കൂടുതലായിട്ട് കണ്ടാൽ അതൊരു ഇൻഡിക്കേഷനാണ്, അല്ലെങ്കിൽ ഒരു മാർക്കറായിട്ട് ആക്ട് ചെയ്യുന്ന പറയുന്നത്. അത് എന്തിൻ്റെയാണെന്ന് വെച്ചാൽ അപ്പോപ്റ്റോസിസ് ഓർ സെൽ ഡാമേജ്, സെൽ ഡെത്ത്. ആ സെല്ലിൻ്റെ ഫങ്ഷൻ ഒന്നും പ്രോപ്പർ അല്ല, ആ സെല്ല് ഡെസ്ട്രക്ഷന് സമയമായി എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് ഫോസ്ഫാറ്റിഡൈൽസെറിൻ കൂടുതലായിട്ട് ഔട്ടർ മെമ്പറിനിലോട്ട് വന്നത്. അതെങ്ങനെയാണ് ഔട്ടർ മെമ്പറിലോട്ട് വരുന്നത്? ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെൻറ്റ് വഴി ഇന്നർ സർഫസിൽ നിന്ന് അല്ലെങ്കിൽ ഇന്നർ ലീഫ്ലെറ്റിൽ നിന്ന് എന്ത് ചെയ്യും? ഇത് റൊട്ടേറ്റ് ചെയ്യണം അല്ലേ? ഇതാണ്. സോ ഇത് ഫോസ്ഫാറ്റിഡൈൽസെറിൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഇതിങ്ങനെ മൈഗ്രേറ്റ് ചെയ്തിട്ട് വേണം ഇവിടെ എത്താനായിട്ട്, ഔട്ടർ ലീഫ്ലെറ്റിലോട്ട് എത്താനായിട്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു എനർജി കൺസ്യൂമിങ് പ്രോസസ്സാണ്. ഓക്കെ. സോ ഈ ഫോസ്ഫാറ്റിഡൈൽസെറിൻ ഇന്നർ ലീഫ്ലെറ്റിൽ നിന്ന് ഔട്ടർ ലീഫ്ലെറ്റിലോട്ട് എത്തിയാൽ ഇത് എന്തിൻ്റെ ഇൻഡിക്കേഷനാണ്? ദ സെൽ നീഡ് ടു ബി ഡിസ്ട്രോയിഡ് എന്നുള്ള മീനിങ് ആണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. നോർമൽ സെൽ ഫങ്ഷൻ, cell division, apoptosis or cell damage, and increased membrane fluidity. So answer ഏതായിരിക്കും? Apoptosis or cell damage. So the appearance of phosphatidylserine on the outer leaflet of the plasma membrane is an indication of apoptosis or cell damage. Moving on to next question. Which of the following lipids is predominantly found on the outer leaflet of the plasma membrane? Then question, which of the following lipid is predominantly found on the outer leaflet of the plasma membrane? താഴെ തന്നിരിക്കുന്ന ഫോസ്ഫോലിപ്പിഡ്സിൽ ഔട്ടർ മെംബ്രെയിനിൽ കൂടുതലായിട്ട് കാണുന്ന ഫോസ്ഫോലിപ്പിഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഫോസ്ഫാറ്റിഡൈൽസെറിൻ എവിടെയാണ്? ഇന്നർ ലീഫ്ലെറ്റ്. ഫോസ്ഫാറ്റിഡൈൽ എഥനോളാമൈൻ ഇന്നർ ലീഫ്ലെറ്റ്. ഫോസ്ഫാറ്റിഡൈൽ കോളിൻ ആൻഡ് ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ. ഇതിൽ ഫോസ്ഫാറ്റിഡൈൽ കോളിൻ ആണ് ഔട്ടർ ലീഫ്ലെറ്റിൽ കാണുന്നത്. ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ, അതുപോലെ ഫോസ്ഫാറ്റിഡൈൽ എഥനോളാമൈൻ ആൻഡ് ഫോസ്ഫാറ്റിഡൈൽസെറിൻ എവിടെയാണ്? ഇന്നർ ലീഫ്ലെറ്റിലാണ് കൂടുതലായിട്ട് കാണുക. സോ ആൻസർ ഈസ് ഫോസ്ഫാറ്റിഡൈൽ കോളിൻ. നെക്സ്റ്റ് വൺ, മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ. മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ഓപ്ഷൻസ് നോക്കാം. സെൽ സിഗ്നലിംഗ്, മെംബ്രെയിൻ പ്രോട്ടീൻ ഫങ്ഷൻ, മെംബ്രെയിൻ ഫ്യൂഷൻ, ഓൾ ഓഫ് ദി എബോവ്. മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ്റെ ആ ഒരു ഡൈനാമിക് നേച്ചർ, അതിനെയാണ് മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ലിപ്പിഡ് റാഫ്റ്റിൻ്റെ പ്രസൻസ്, കൊളസ്ട്രോൾ, ഇതൊക്കെയാണ് മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റിക്ക് കാരണമായിട്ട് പറയുന്നത്. സോ ഇത് എന്തിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു? സെൽ സിഗ്നലിംഗ്, മെംബ്രെയിൻ പ്രോട്ടീൻ ഫങ്ഷൻ, മെംബ്രെയിൻ ഫ്യൂഷൻ. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓൾ ഓഫ് ദി എബോവ്. ഇതിനെല്ലാം മെംബ്രെയിൻ്റെ ഡൈനാമിക് നേച്ചർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Next question, which of the following molecule affects the mobility of fatty acyl chains in the plasma membrane? Question ഇത്രേ ഉള്ളൂ. ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മോളിക്യൂളാണ് ഫാറ്റി ആസിഡ് ചെയിൻസിൻ്റെ ഫ്ലൂയിഡിറ്റിക്ക് കാരണമാവുന്നത്, അല്ലെങ്കിൽ ഫ്ലൂയിഡിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡിറ്റി അല്ലെങ്കിൽ ആ മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതിന് ഹെൽപ്പ് ചെയ്യുന്ന മോളിക്യൂൾ ഏതാണെന്ന്? സ്റ്റാർച്ച് ആണോ? അല്ല. സ്റ്റാർച്ച് കാർബോഹൈഡ്രേറ്റാ. ഇവിടെ മാത്രമേ കാണുള്ളൂ ഔട്ടർ ലീഫ്ലെറ്റ്. ഗ്ലൈക്കോജൻ അല്ല. എ ബി ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ആൻസർ ഏതാണ്? സി, കൊളസ്ട്രോൾ. മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റിക്ക് കാരണമാവുന്ന, അല്ലെങ്കിൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു മോളിക്യൂളാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ,
Which of the following occurs when the temperature is lowered? ടെമ്പറേച്ചർ കുറച്ച് കഴിയുമ്പോൾ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റിക്ക് എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ഇൻക്രീസസ്, മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ഡിക്രീസസ്, ഇറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്, മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ബിക്കംസ് അൺപ്രെഡിക്റ്റബിൾ. ടെമ്പറേച്ചർ കുറയുക എന്നാണ് പറയുന്നത്. നമുക്കറിയാം കൊളസ്ട്രോളിൻ്റെ പ്രസൻസ് എന്താ ചെയ്യുന്നത്? മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ഇൻക്രീസ് ചെയ്യും. ദെൻ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനിൽ കൂടുതലായിട്ട് കാണുന്നത്. നമ്മളപ്പോൾ ലിപ്പിഡുമായിട്ട് അല്ലെങ്കിൽ ഫാറ്റുമായിട്ട് കൺസിഡർ ചെയ്യാം. നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാനായിട്ടാണ്. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ആ ഓയിൽ ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്താ സംഭവിക്കുക? അത് ലിക്വിഡ് ഫേസിൽ നിന്ന് ജെൽ ഫേസിലായിട്ട് മാറും. സോ അപ്പോൾ നമുക്ക് അതിൻ്റെ ബോട്ടിൽ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റുമോ ആ ഓയിലിനെ വേറെ ഏതെങ്കിലും എന്താ പറയുക ബോട്ടിലോട്ട്? ഇല്ല, അത് ജെല്ലായിട്ടിരിക്കുക. സോ അതിൻ്റെ മൊബിലിറ്റി കുറഞ്ഞു അവിടെ. അതുപോലെ തന്നെയാണ് ഇവിടെയും. മെംബ്രെയിനിൽ എന്താണ്? ലിപ്പിഡ്സ് ആണുള്ളത്. സോ അവിടെ ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഓൾറെഡി ലിപ്പിഡിന് സ്ലൈറ്റ് ഫ്ലൂയിഡിറ്റി ഉണ്ട്, മൂവ് ചെയ്യാനായിട്ട് പറ്റും ആ ഫ്ലൂയിഡ് നേച്ചർ കാരണം. ഇവിടെ ടെമ്പറേച്ചർ കുറയുമ്പോൾ അതിൻ്റെ ഫ്ലൂയിഡ് നേച്ചറിൽ നിന്ന് അത് ഒരു ജെൽ ലൈക്ക് ഫേസിലോട്ട്, അതായത് ലിക്വിഡ് ഫേസിൽ നിന്ന്, ലിക്വിഡ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഫ്ലൂയിഡ് നേച്ചറിൽ നിന്നൊരു ജെൽ ഫേസ് സ്റ്റേജിലോട്ട് മാറുകയാണ്. ജെല്ലാവുമ്പോൾ മൂവ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല, അത് അടുത്തടുത്ത് വരും. ജെല്ലാവുമ്പോൾ മൊബിലിറ്റി അവിടെ കുറയും. സോ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി വിൽ ഡിക്രീസ്. ആൻസർ ഏതാണ്? ബി. മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി വിൽ ഡിക്രീസ്. എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒക്കേഴ്സ് വെൻ ദ ടെമ്പറേച്ചർ ഈസ് ലോവർ? ടെമ്പറേച്ചർ ലോവർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഫ്ലൂയിഡ് പാർട്ട് അല്ലെങ്കിൽ ആ ലിക്വിഡ് ആയിട്ടുള്ളത് എന്തായിട്ട് മാറും? ജെൽ ലൈക്ക് ഫേസിലോട്ട് മാറും. സോ ഫ്ലൂയിഡിറ്റി വിൽ ഡിക്രീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാർബോഹൈഡ്രേറ്റ് പ്രസൻറ്റ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? കാർബോഹൈഡ്രേറ്റ് പ്ലാസ്മ മെംബ്രെയിൻ്റെ ഏത് റീജിയനിലാണ് കാണുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുക. ഓൾവേസ് ഫേസസ് ഔട്ട്വേർഡ് ദ എക്സ്ട്രാ സെല്ലുലാർ സ്പേസ്. സെക്കൻഡ്, directed to all sides in the membrane randomly. Always faces to the lumen of cells. Always faces inward to the non-polar portion of the membrane. So answer ഏതാണ് വരിക? Always faces outwards the extracellular space. Option A ആണ് ആൻസർ ആയിട്ട് വരിക. Next question. Gases such as oxygen and carbon dioxide cross the cell membrane by. ഓക്സിജനും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ സെൽ മെംബ്രെയിനിൽ കൂടെ എങ്ങനെയാണ് മൂവ് ചെയ്യാന്ന് ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്ഷൻസ് നോക്കാം. പാസീവ് ഡിഫ്യൂഷൻ ത്രൂ ദ ലിപ്പിഡ് ബൈലെയർ, പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, സ്പെസിഫിക് ഗ്യാസ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ആൻഡ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഏതാണ് ആൻസർ വരിക? ആൻസർ ഈസ് ഓപ്ഷൻ എ, പാസീവ് ഡിഫ്യൂഷൻ ത്രൂ ദ ലിപ്പിഡ് ബൈലെയർ. പാസീവ് ഡിഫ്യൂഷൻ ത്രൂ ദ ലിപ്പിഡ് ബൈലെയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Symporters and antiporters are. Symporters and antiporters are. എന്താണ് ഇത് രണ്ടും? ട്രാൻസ്പോർട്ടേഴ്സ് ആണ്. ദേ ആർ ട്രാൻസ്പോർട്ടേഴ്സ്. സിംപോർട്ടേഴ്സ് ആൻഡ് ആൻറ്റിപോർട്ടേഴ്സ് എന്താണ്? ദേ ആർ ട്രാൻസ്പോർട്ടേഴ്സ്. നമുക്കിനി ഓപ്ഷൻ നോക്കാം. ദേ ആർ കോ ട്രാൻസ്പോർട്ടേഴ്സ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, പാസീവ് ട്രാൻസ്പോർട്ട്, സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഴ്സ്. സോ അത് ഓരോന്ന് എന്താന്ന് നോക്കാം. സിംപോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപോർട്ടേഴ്സ്. സിംപോർട്ടേഴ്സ് ട്രാൻസ്പോർട്ടേഴ്സ് ആണെന്ന് പറഞ്ഞത്. അത് മെംബ്രെയിനിൽ കാണുന്ന ട്രാൻസ്പോർട്ടേഴ്സ് ആണ്. അതായത് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് ഫ്രം ഔട്ടർ ടു ഇന്നർ സൈഡ്, സൈറ്റോസോളിലോട്ടും അതുപോലെ സൈറ്റോസോളിൽ നിന്ന് ഔട്ടർ നോൺ സൈറ്റോസോളിക് സൈഡിലോട്ടും സബ്സ്റ്റൻസസിൻ്റെ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നതാണ് ട്രാൻസ്പോർട്ടർ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ആ ട്രാൻസ്പോർട്ടേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. 3 ടൈപ്പാണ് വരുന്നത്. യൂണിപോർട്ടേഴ്സ് 3 ടൈപ്പ് വരും. യൂണിപോർട്ടേഴ്സ്, സിംപോർട്ടേഴ്സ് ആൻഡ് ആൻറ്റിപോർട്ടേഴ്സ്. യൂണിപോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരൊറ്റ സൈഡിലോട്ട് സബ്സ്റ്റൻസിൻ്റെ ട്രാൻസ്പോർട്ട് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിപോർട്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആയിരിക്കും യൂണിപോർട്ടേഴ്സിൽ സബ്സ്റ്റൻസസിൻ്റെ മൂവ്മെൻറ്റ്. ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ആയിരിക്കും മൂവ്മെൻറ്റ് നടക്കാം.
സോ എനർജി ആവശ്യമുണ്ടോ? ഇല്ല. സോ യൂണിപോർട്ടലിൽ സിംഗിൾ സബ്സ്റ്റൻസ് ആയിരിക്കും മൂവ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഈസ് ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. സോ ദർ ഈസ് നോ എനർജി റിക്വയർമെൻറ്റ്. മൂവിങ് ഓൺ ടു സെക്കൻഡ് വൺ, സിംപോർട്ടേഴ്സ്. സിം എന്ന് പറഞ്ഞാൽ എന്താ? സെയിം എന്നുള്ള മീനിങ് ആണ്. സിംപോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് മോളിക്യൂൾസിൻ്റെ സിംപോർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സെയിം എന്നാ. അപ്പോൾ ഒറ്റ മോളിക്യൂൾ അല്ല മൂവ് ചെയ്യുന്നത്, ഒന്നിൽ കൂടുതൽ. അതിൽ തന്നെ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? സെയിം ഡയറക്ഷനിലോട്ടായിരിക്കും. സോ രണ്ട് സബ്സ്റ്റൻസ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ, either ഫ്രം സൈറ്റോസോൾ ടു ദ നോൺ സൈറ്റോസോളിക് സൈഡ് ആകാം, അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രം നോൺ സൈറ്റോസോളിക് സൈഡ് ടു ദി സൈറ്റോസോളിക് സൈഡ് ആകാം. ഏതാണെങ്കിലും രണ്ട് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇതിൽ ഒരു മോളിക്യൂളിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഫസ്റ്റ് 1 കൊടുക്കാം ആൻഡ് 2. സോ സബ്സ്റ്റൻസ് 1 എന്ന് പറയുന്നത് ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആയിരിക്കും. രണ്ട് സബ്സ്റ്റൻസിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ട്, സബ്സ്റ്റൻസ് 1 ആൻഡ് 2. ഇതിൽ സബ്സ്റ്റൻസ് 1 എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? സബ്സ്റ്റൻസ് 1 മൂവ് ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്, വിച്ച് മീൻസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ഇറ്റ്സ് ലോവർ കോൺസെൻട്രേഷൻ മൂവ് ചെയ്യും. ദെൻ അങ്ങനെ കിട്ടുന്ന എനർജി ഉപയോഗിച്ചിട്ട് അടുത്ത മോളിക്യൂൾ സബ്സ്റ്റൻസ് 2 എങ്ങനെയാണ് മൂവ് ചെയ്യുക? വിച്ച് ഈസ് എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ഒരു മോളിക്യൂൾ ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റും ഒരെണ്ണം എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റും ആയിരിക്കും, വിച്ച് ഈസ് ഫ്രം ലോ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. സോ ആ മോളിക്യൂളിൻ്റെ ട്രാൻസ്പോർട്ടിന് എനർജി ആവശ്യമാണ്. അതിനുള്ള എനർജി എവിടെ നിന്നാണ് കിട്ടുക? ഫസ്റ്റ് മോളിക്യൂളിൻ്റെ ട്രാൻസ്പോർട്ട് വഴി. ഇതിനെയാണ് സിംപോർട്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താ നടക്കുന്നത്? കോ ട്രാൻസ്പോർട്ടർ. ഇവിടെ എന്താ നടക്കുന്നത്? കോ ട്രാൻസ്പോർട്ടാണ് ആക്ച്വലി നടക്കുന്നത്. എന്താ നടക്കുന്നത്? കോ ട്രാൻസ്പോർട്ട്. രണ്ട് മോളിക്യൂൾ ഒരുമിച്ച് മൂവ് ചെയ്യുന്നത് കൊണ്ട് അതിന് നമ്മൾ കോ ട്രാൻസ്പോർട്ടേഴ്സ് എന്ന് വിളിക്കും. അതുപോലെ എനർജി ആവശ്യമുണ്ട്. ഡയറക്റ്റ് എ ടി പിയിൽ നിന്നാണോ എനർജി എടുക്കുന്നത്? അല്ല, ഡയറക്റ്റ് എ ടി പി എസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ട്രാൻസ്പോർട്ടിന് നമ്മൾ പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, അല്ലേ? എ ടി പി അല്ലെങ്കിൽ എനർജി ഡിപ്പെൻഡൻറ്റ് ട്രാൻസ്പോർട്ട് ആണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. എനർജി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആൻഡ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ടി പി എസിനെ, ഡയറക്റ്റ് എ ടി പി എസിനെ ഡിപ്പെൻഡ് ചെയ്യും എനർജിക്ക് വേണ്ടി എന്നുണ്ടെങ്കിൽ അതിനെ പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇവിടെ എങ്ങനെയാണ് എനർജി കിട്ടുന്നത്? ബൈ ദ മൂവ്മെൻറ്റ് ഓഫ് വൺ സബ്സ്റ്റൻസ് ഓർ സബ്സ്റ്റൻസ് 1 ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. കൂടെ പാസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് മൂവ് ചെയ്യുമ്പോൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ എനർജി ഉപയോഗിച്ചിട്ട് അടുത്ത സബ്സ്റ്റൻസ് എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് മൂവ് ചെയ്യും. ഈ ടൈപ്പ് ട്രാൻസ്പോർട്ടിനെയാണ് നമ്മൾ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണ് വിളിക്കുന്നത്? സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. സോ സിംപോർട്ട് എന്ന് പറയുന്നത് എനർജി ഡിപ്പെൻഡൻ്റ് ആണ്. ആൻഡ് രണ്ട് മോളിക്യൂൾ, ഒരു മോളിക്യൂളിൻ്റെ ഒപ്പം വേറൊരാൾ കൂടി മൂവ് ചെയ്യുന്നുണ്ട്, കോ ട്രാൻസ്പോർട്ടറും ആണ്. ദേ ആർ കോ ട്രാൻസ്പോർട്ടേഴ്സ് ആൻഡ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. ഓക്കെ. ദെൻ ആൻറ്റി പോർട്ടേഴ്സ്. ആൻറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് എന്നുള്ള മീനിങ്, ഓപ്പോസിറ്റ്. സോ ഇവിടെയും ഇവിടെ ഒരു ചാനലുണ്ട്, ട്രാൻസ്പോർട്ടർ ഉണ്ട്. ഇവിടെ എങ്ങനെയാണ്? ഒരു മോളിക്യൂള് സബ്സ്റ്റൻസ് 1 എന്ന് പറയുന്നത് ഫ്രം നോൺ സൈറ്റോസോളിക് സൈഡിൽ നിന്ന് സൈറ്റോസോളിക് സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ സബ്സ്റ്റൻസ് 2 എങ്ങോട്ട് മൂവ് ചെയ്യും? സബ്സ്റ്റൻസ് 2 എന്ന് പറയുന്നത് ഫ്രം സൈറ്റോസോളിക് സൈഡ് ടു നോൺ സൈറ്റോസോളിക് സൈഡ്. രണ്ട് സബ്സ്റ്റൻസ് മൂവ് ചെയ്യുന്നുണ്ട്, ബട്ട് ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഇതും കോ ട്രാൻസ്പോർട്ടർ തന്നെയാണ്. ദെൻ എനർജിയുടെ കാര്യം നോക്കാം. ഇവിടെയും ഒരു മോളിക്യൂൾ എങ്ങനെയാണ്? ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റും ഒരെണ്ണം എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റും ആയിരിക്കും. സോ എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് മൂവ് ചെയ്യുമ്പോൾ, അതായത് ഫ്രം ലോ കോൺസെൻട്രേഷൻ ടു ഹൈ കോൺസെൻട്രേഷൻ മൂവ് ചെയ്യുമ്പോൾ എനർജി ആവശ്യമാണ്. പക്ഷെ അത് എവിടെ നിന്നാണ് കിട്ടുക? സിംപോർട്ടറിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഡൗൺ ദ ഫസ്റ്റ് സബ്സ്റ്റൻസ് വിച്ച് ഈസ് മൂവ് ഫ്രം ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ, ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ എനർജി വെച്ചിട്ടാണ് സെക്കൻഡ് സബ്സ്റ്റൻസ് എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് മൂവ് ചെയ്യുന്നത്. സോ ഇവിടെയും എന്ത് തന്നെയാണ്? സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. സോ
നമ്മുടെ ആൻസർ എന്ത് വരും? സിംപോർട്ടേഴ്സ് ആൻഡ് ആൻറ്റിപോർട്ടേഴ്സ് ആർ കോ ട്രാൻസ്പോർട്ടേഴ്സ്. ശരിയല്ലേ? ദേ ആർ കോ ട്രാൻസ്പോർട്ടേഴ്സ്. ദെൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല. പാസീവ് ട്രാൻസ്പോർട്ട് ആണോ? അതുമല്ല. എങ്ങനെയുള്ള ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്? ദേ ആർ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഴ്സ്. സോ ആൻസർ ഏത് വരും? 1 and 4. ഓപ്ഷൻ സി 1 and 4 ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഗ്ലൂട്ട് എന്ന് പറയും, GLUT. ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, കോ ട്രാൻസ്പോർട്ടേഴ്സ്, നൺ ഓഫ് ദ അബോവ്. സോ കോ ട്രാൻസ്പോർട്ടേഴ്സും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ? കൂടെ ഒരാളും കൂടി ഉണ്ടെങ്കിലാണ് കോ ട്രാൻസ്പോർട്ടർ. അതല്ല, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എനർജി ആവശ്യമുണ്ട്. ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടിന് എനർജി ആവശ്യമില്ല. സോ അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടും അല്ല. ദെൻ ഒരു ഓപ്ഷൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും നൺ ഓഫ് ദ എബോവ്. ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ എന്ന് പറഞ്ഞാൽ മെംബ്രെയിനിൽ കാണുന്ന ഒരു ട്രാൻസ്പോർട്ടർ മോളിക്യൂളാണ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക, ഗ്ലൂക്കോസിൻ്റെ ട്രാൻസ്പോർട്ടിന്, സെല്ലിനകത്തോട്ട് പുറത്തോട്ടൊക്കെ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യാണ് ഈ ഗ്ലൂട്ട്, GLUT. ദ ഫങ്ഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഗ്ലൂട്ട് പ്രസൻ്റ് ആണ്. അറൗണ്ട് 14 ഗ്ലൂട്ട് ഉണ്ടെന്ന് തോന്നുന്നു, ഗ്ലൂട്ട് 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഗ്ലൂക്കോസ് വന്ന് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ട്രാൻസ്പോർട്ടറിന് കൺഫോർമേഷണൽ ചേഞ്ച് ഉണ്ടാകും. എന്തുണ്ടാകും? ട്രാൻസ്പോർട്ടറിന് കൺഫോർമേഷണൽ ചേഞ്ച് ഉണ്ടാകും. സോ ഇവിടെ ക്ലോസ്ഡ് ആയിരുന്നത് ബൈൻഡിങ് കാരണം എന്ത് സംഭവിക്കും? ലിഗാൻഡ് ബൈൻഡിങ് കാരണം ഇത് നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ആവും. അങ്ങനെ സൈറ്റോസോളിക് സൈഡിലോട്ട് എന്തിനെ റിലീസ് ചെയ്യാം? ആ ലിഗാൻഡിനെ റിലീസ് ചെയ്യാം. സോ ഇങ്ങനെ ട്രാൻസ്പോർട്ടിന് ഒരു ചാനൽ ആവശ്യമാണ്, പക്ഷേ എനർജി ഒന്നും ആവശ്യമില്ല, ഒരു ചാനൽ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ആ ടൈപ്പിനെയാണ് നമ്മൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. സോ നമ്മുടെ ആൻസർ എന്താണ്? ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. നെക്സ്റ്റ് വൺ, type 2 diabetes is associated with malfunctioning of which glucose transporters? Different type glucose transporters ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ഏതാണ് ടൈപ്പ് 2 ഡയബറ്റീസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്നതിനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് GLUT 4 ആണ്. ആൻസർ ഏതാണ്? GLUT 4. ഈ GLUT 4 ആക്ച്വലി ഇന്നർ മെംബ്രെയിനിലാണ് കാണുക. ഇന്നർ മെംബ്രെയിനിലാണ് കാണുക. ഇൻസുലിൻ്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കും? ഇത് ഇന്നർ മെംബ്രെയിൻ അല്ലെങ്കിൽ ഇന്നർ സർഫസിന് ഔട്ടർ സർഫസിലോട്ട് വരും. എങ്കിൽ മാത്രമാണ് സെല്ലിന് എന്ത് പറ്റും? ഗ്ലൂക്കോസിനെ എടുത്ത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ, അക്വാപോറിൻസ് ആർ സ്പെഷ്യലൈസ്ഡ് ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ്. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അക്വാപോറിൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയാണ്? അക്വാപോറിൻസ് ആർ ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് അയോൺസ്, ഗ്ലൂക്കോസ്, വാട്ടർ ആൻഡ് പ്രോട്ടീൻസ്. ആൻസർ ഏതാണ്? വിച്ച് ഈസ് വാട്ടർ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് എക്സാമ്പിൾ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തോളൂ എന്താണ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, എന്താണ് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന്. സോഡിയം, പൊട്ടാഷ്യം, ATPase. ATPase എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? അത് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്, സെക്കൻഡറി അല്ല. ദെൻ ഗ്ലൂക്കോസ് സോഡിയം സിംപോർട്ടർ. ഗ്ലൂക്കോസ് സോഡിയം സിംപോർട്ടർ അത് വരില്ല. ഗ്ലൂക്കോസ് സോഡിയം സിംപോർട്ടർ നമുക്ക് നോക്കാം. ഹൈഡ്രജൻ അതുപോലെ തന്നെ പൊട്ടാഷ്യം. ഓക്കെ, പ്രോട്ടോൺ പമ്പാണ്, അതും ATPase ആണ്. സോ പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലാണ് വരിക. കാൽഷ്യം 2+ പമ്പ് അതും ഇതിൽ തന്നെയാണ് വരിക, ATPase. ഗ്ലൂക്കോസ് സോഡിയം സിംപോർട്ടർ. സിംപോർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപോർട്ടർ നമുക്ക് തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തു. 2 മോളിക്യൂളുണ്ട്, രണ്ടും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഒരെണ്ണം എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റും ഒരെണ്ണം ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റും ആണ്. സോ എനർജി ഇവിടെ എവിടെ നിന്നാണ് കിട്ടുക? ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റുള്ള മോളിക്യൂൾ മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി ഉപയോഗിച്ചിട്ടാണ് മറ്റേ മോളിക്യൂളിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുക. സോ ആൻസർ ഏതാണ് വരിക? വിച്ച് ഈസ് ഗ്ലൂക്കോസ് സോഡിയം സിംപോർട്ടർ. ഗ്ലൂക്കോസ് സോഡിയം സിംപോർട്ടർ ആണ് ഇതിന് ആൻസർ ആയിട്ട് വരിക. സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വിച്ച് ഡു നോട്ട് ഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ ദ ATPase. Next one, which of the following is not a characteristic of
പാസീവ് ട്രാൻസ്പോർട്ട്. പാസീവ് ട്രാൻസ്പോർട്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനർജി. ശരിയല്ലേ? ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനർജി. പാസീവ് ട്രാൻസ്പോർട്ടിന് എനർജി ആവശ്യമില്ല. സോ അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് മൂവ്സ് സബ്സ്റ്റൻസസ് ഡൗൺ ദെയർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. അതും ശരിയല്ലേ? ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലോട്ടായിരിക്കും എപ്പോഴും പാസീവ് ട്രാൻസ്പോർട്ടിൽ മൂവ്മെൻറ്റ്. ഇറ്റ് റിക്വയേഴ്സ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ്. ഇറ്റ് റിക്വയേഴ്സ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ്. ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് അതിന് ആവശ്യം ഉണ്ടാവും. നമ്മൾ ഗ്ലൂട്ടൊക്കെ പറഞ്ഞു അല്ലേ? ദെൻ ഇറ്റ് മൂവ്സ് സബ്സ്റ്റൻസസ് എഗെയിൻസ്റ്റ് ദെയർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ആണോ? പാസീവ് ട്രാൻസ്പോർട്ടിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇറ്റ് മൂവ്സ് സബ്സ്റ്റൻസസ് ഡൗൺ ദെയർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. സോ റോങ് ഓപ്ഷൻ ഏതാണ്? നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഈസ് ഡി. ഇറ്റ് മൂവ്സ് substances against their concentration gradient. Next one, which of the following is true about facilitated diffusion? Facilitated diffusion ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഇറ്റ് റിക്വയേഴ്സ് എനർജി. എനർജി ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ GLUT4 ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എക്സാമ്പിളാന്ന് പറഞ്ഞു. അവിടെ നമ്മൾ പറയുന്നു എനർജി ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒരു ട്രാൻസ്പോർട്ടറാണ് ആവശ്യം, ഒരു ചാനൽ ആവശ്യമുണ്ട് ആ മോളിക്യൂളിൻ്റെ ട്രാൻസ്പോർട്ടിന്. സോ ഓപ്ഷൻ എ വരില്ല. ബി നോക്കുക. ഇറ്റ് മൂവ്സ് സബ്സ്റ്റൻസസ് എഗെയിൻസ്റ്റ് ദെയർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. അത് വരുമോ? ഇല്ല. എഗെയിൻസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും എനർജി ആവശ്യമുണ്ട്. സോ അത് വരില്ല. ഇറ്റ് റിക്വയേഴ്സ് എ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ. കറക്റ്റ് അല്ലേ? അതിൻ്റെ ട്രാൻസ്പോർട്ടിന് ഒരു ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു ചാനൽ ആവശ്യമാണ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആണോ? അല്ല. സോ ആൻസർ ഏതാണ്? ഇറ്റ് റിക്വയേഴ്സ് എ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ. നെക്സ്റ്റ് വൺ, ദ സോഡിയം പൊട്ടാഷ്യം പമ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. സോഡിയം പൊട്ടാഷ്യം പമ്പ് ഏതിന് എക്സാമ്പിളാണ്? പാസീവ് ട്രാൻസ്പോർട്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഏതിന് എക്സാമ്പിളാണ്? പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് എക്സാമ്പിളാണ് സോഡിയം പൊട്ടാഷ്യം. സോഡിയം പൊട്ടാഷ്യം, 3 സോഡിയം പുറത്തോട്ടും 2 പൊട്ടാഷ്യം അകത്തേക്കും. ഇവിടെ ATPase ആണ്. ഡയറക്റ്റ് ATPaseനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അതുകൊണ്ടാണിത് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് റിക്വയേഴ്സ് എനർജി ഇൻ ദ ഫോം ഓഫ് ATP. ATPയുടെ ഫോമിൽ എനർജി ആവശ്യമുള്ള ട്രാൻസ്പോർട്ട് ഏതാണ്? പാസീവ് ട്രാൻസ്പോർട്ട്. എനർജി ആവശ്യമുണ്ടോ? ഇല്ല. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ATP ആവശ്യമുണ്ടോ? ഇല്ല. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എനർജി ആവശ്യമുണ്ടോ? യെസ്. സിമ്പിൾ ഡിഫ്യൂഷൻ എനർജി ആവശ്യമില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. നെക്സ്റ്റ് വൺ, ദ കാൽഷ്യം 2+ ATPase പമ്പ് ഈസ് ക്രൂഷ്യൽ ഫോർ. കാൽഷ്യം 2+ ATPase പറയുമ്പോൾ അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ് വരുന്നത്. ഇത് എന്തിനാണ് ഇമ്പോർട്ടൻറ്റ് എന്ന്? മെയിൻറ്റെയിനിങ് ലോ ഇൻട്രാസെല്ലുലാർ കാൽഷ്യം 2+ ലെവൽ, pumping calcium 2+ into the cytoplasm, pumping calcium 2+ out of the cell, both A and C. calcium 2+ ATPase എന്താണ് ചെയ്യുന്നത്? ലോ സൈറ്റോപ്ലാസ്മിക് കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. എന്താണ് ചെയ്യുക? സെല്ലിനകത്ത് സൈറ്റോസോളിക് കാൽഷ്യം എപ്പോഴും ലോവർ ചെയ്ത് വെക്കുക, കുറച്ച് വെക്കുക എന്നുള്ളതാണ് കാൽഷ്യം 2+ ATPase പമ്പിൻ്റെ ഫങ്ഷൻ. സോ ഇറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ലോ ഇൻട്രാസെല്ലുലാർ കാൽഷ്യം 2+ ലെവൽ. ആൻഡ് എങ്ങനെയാണ് പമ്പിങ് കാൽഷ്യം 2+ ഔട്ട് ഓഫ് ദ സെൽ അല്ലേ? കാൽഷ്യം 2+നെ അകത്തു നിന്നും പുറത്തോട്ട് പമ്പ് ചെയ്ത് ഇൻട്രാസെല്ലുലാർ കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക, കുറച്ച് വെക്കുക എന്നുള്ളതാണ് calcium 2+ ATPaseന്റെ function. So answer is both A and C. Both A and C. Next one, the sodium potassium ATPase pump is an example of. Different types ATPase ഉണ്ട്. P type, F type, V type എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ ഏതിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? സോഡിയം പൊട്ടാഷ്യം എന്ന് പറയുന്നത് P type ATPase. ഏതാണ്? P type ATPaseന് എക്സാമ്പിൾ ആണ്. അതായത് ഫോസ്ഫോറിലേഷൻ ഒക്കെ വഴിയാണ് മെയിൻലി അയോൺസിൻ്റെ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്
പി ടൈപ്പ്. എഫ് ടൈപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിലൊക്കെയാണ് മെയിനായിട്ട് വരിക. ഓക്കെ, സോ സോഡിയം പൊട്ടാഷ്യം എന്ന് പറയുന്നത് ഏതിനാണ്? പി ടൈപ്പ് ATPAസിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ, ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ദ സോഡിയം പൊട്ടാഷ്യം ATPase ഈസ് ടു. എന്താണ് സോഡിയം പൊട്ടാഷ്യം പമ്പിൻ്റെ അല്ലെങ്കിൽ സോഡിയം പൊട്ടാഷ്യം ATPAസിൻ്റെ പ്രൈമറി ഫങ്ഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പമ്പ് സോഡിയം ഇൻ ടു ദ സെൽ ആൻഡ് പൊട്ടാഷ്യം ഔട്ട് ഓഫ് ദ സെൽ. ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ് 3 sodium ഔട്ട് ഓഫ് ദ സെൽ ആൻഡ് 2 പൊട്ടാഷ്യം ഇൻ ടു ദി സെൽ അല്ലേ? സോ നോക്കാം, പമ്പ് സോഡിയം ഇൻ ടു ദ സെൽ ആണോ? അല്ല. പമ്പ് സോഡിയം ഔട്ട് ഓഫ് ദ സെൽ ആൻഡ് പൊട്ടാഷ്യം ഇൻ ടു ദ സെൽ, അത് കറക്റ്റാണ്. പമ്പ് ബോത്ത് സോഡിയം ആൻഡ് പൊട്ടാഷ്യം ഇൻ ടു ദ സെൽ, തെറ്റാണ്. പമ്പ് ബോത്ത് സോഡിയം ആൻഡ് പൊട്ടാഷ്യം ഔട്ട് ഓഫ് ദ സെൽ, അതും തെറ്റാണ്. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി. സോഡിയം പൊട്ടാഷ്യം പമ്പ് എന്താ ചെയ്യുന്നത്? പമ്പ് സോഡിയം ഔട്ട് ഓഫ് ദ സെൽ ആൻഡ് പൊട്ടാഷ്യം ഇൻ ടു ദി സെൽ. നെക്സ്റ്റ് വൺ, എഫ് ടൈപ്പ് ATPases ആർ പ്രൈമർലി ഫൗണ്ട് ഇൻ. എഫ് ടൈപ്പ് ATPase എവിടെയാണ് കാണുന്നത്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ആണെന്ന് പറഞ്ഞിരുന്നു. എവിടെയാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നത്? വിച്ച് ഈസ് ഇൻ ദ മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. സോ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ എ പ്ലാസ്മ മെംബ്രെയിൻ ആണോ? അല്ല. ബി മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്, ലൈസോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സോ ആൻസർ ഏതാണ്? എഫ് ടൈപ്പ് ATPases ആർ പ്രൈമർലി ഫൗണ്ട് ഇൻ മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. ഫംഗ്ഷൻ എന്താണ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലാണ് ഇൻവോൾവ് ചെയ്യുന്നത്, പ്രോട്ടോൺ പമ്പിങ്ങിന് വേണ്ടിയിട്ട്. Electron transport chain. Next one, ligand gated ion channels open in response to. Ligand gated ion channels എന്തിനോട് റെസ്പോണ്ട് ചെയ്തിട്ടാണ് ഓപ്പൺ? ലിഗാൻഡ് ഗേറ്റഡ് ചാനൽസ് അല്ലേ? ഒരു ലിഗാൻഡ് ബൈൻഡ് ചെയ്തെങ്കിൽ മാത്രമാണ് ആ ചാനൽസ് ഓപ്പൺ ആവുള്ളൂ. സോ ചേഞ്ചസ് ഇൻ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ആണോ? അല്ല. ബൈൻഡിങ് ഓഫ് എ സ്പെസിഫിക് മോളിക്യൂൾ, ലിഗാൻഡ് എന്ന് പറഞ്ഞത് ആ സ്പെസിഫിക് മോളിക്യൂൾ. മെക്കാനിക്കൽ ഡിഫോർമേഷൻ അല്ല. ചേഞ്ചസ് ഇൻ pH അല്ല. ആൻസർ ഏതാണ്? ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനൽസ് ഓപ്പൺ ഇൻ റെസ്പോൺസ് ടു ബൈൻഡിങ് ഓഫ് എ സ്പെസിഫിക് മോളിക്യൂൾ വിച്ച് ഈസ് കോൾഡ് ലിഗാൻഡ്. നെക്സ്റ്റ് വൺ, ദ ഫങ്ഷൻ ഓഫ് ചാനൽ പ്രോട്ടീൻസ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് ടു. പ്ലാസ്മ മെംബ്രെയിനിൽ കാണപ്പെടുന്ന ചാനൽ പ്രോട്ടീൻസിൻ്റെ ഫങ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കുക. ട്രാൻസ്പോർട്ട് ലാർജ് മോളിക്യൂൾസ്, facilitate the movement of small polar molecules and ions. C, synthesize ATP, anchor the cytoskeleton. Transport of large molecules ആണോ ചാനൽ പ്രോട്ടീൻസ് വഴി? അല്ല. ഏതെങ്കിലും ചാനൽ ഓർത്തിരിക്കുക. ഫെസിലിറ്റേറ്റ് ദ മൂവ്മെന്റ് ഓഫ് സ്മോൾ പോളാർ മോളിക്യൂൾസ് ആൻഡ് അയോൺസ്. ATP സിന്തസിസ് ആണോ? അല്ല. ടു ആങ്കർ ഇൻ ടു ദ സൈറ്റോസ്കെലിറ്റൻ ആണോ? അല്ല. ആൻസർ ഏതാണ് വരിക? ഫെസിലിറ്റേറ്റ് ദ മൂവ്മെന്റ് ഓഫ് സ്മോൾ പോളാർ മോളിക്യൂൾസ് ആൻഡ് അയോൺസ് ഇൻ ടു ഓർ ഔട്ട് ഓഫ് ദ സെല്ലാണ് ഇതിൻ്റെ ഫങ്ഷൻ, ചാനൽ പ്രോട്ടീൻസിൻ്റെ ഫങ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഗേറ്റഡ് അയോൺ ചാനൽസ്? ചാനൽ പ്രോട്ടീൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിന് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദേ ആർ ligand gated, voltage gated and mechano gated. എങ്ങനെയാണ്? ligand gated, voltage gated and mechano gated. then options നോക്കാം. voltage gated എന്ന് പറഞ്ഞാൽ ചാർജിലുള്ള ഡിഫറൻസ് കാരണമായിരിക്കും പർട്ടിക്കുലർ ചാനൽ ഓപ്പൺ ആവുക. ലിഗാൻഡ് ഗേറ്റഡ് നമ്മൾ പറഞ്ഞു ബൈൻഡിങ് ഓഫ് ദ സ്പെസിഫിക് മോളിക്യൂൾ. ആൻഡ് മെക്കാനിക്കലി ഗേറ്റഡ് ഓർ മെക്കാനോ ഗേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മെക്കാനിക്കൽ സ്റ്റിമുലസ്, ഫോർ എക്സാമ്പിൾ ഹെഡിൻ്റെ ഷേക്കിംഗ് ഒക്കെ കാരണം ചില ചാനൽസ് ഓപ്പൺ ആവും ഇയറിലുള്ളത്. ദെൻ ടെമ്പറേച്ചർ ഗേറ്റഡ് വരുമോ? ഇല്ല. ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഗേറ്റഡ് അയോൺ ചാനൽ? സോ ആൻസർ ഏതാണ്? ടെമ്പറേച്ചർ ഗേറ്റഡ്. 2 ടൈപ്പ് ചാനൽസ് ഉണ്ട്, ഗേറ്റഡ് ആൻഡ് നോൺ ഗേറ്റഡ്. ഗേറ്റഡ് ചാനൽസിനെയാണ് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. വോൾട്ടേജ് ഗേറ്റഡ്, ലിഗാൻഡ് ഗേറ്റഡ് ആൻഡ് മെക്കാനോ ഗേറ്റഡ്. സോ ഇവിടെ ഗേറ്റഡ് ചാനൽസിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ടെമ്പറേച്ചർ ഗേറ്റഡ്. ഓപ്ഷൻ ഡി ടെമ്പറേച്ചർ ഗേറ്റഡ്. ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് ഓസ്മോസിസ്? ഓസ്മോസിസുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്.
ഫസ്റ്റ് വൺ, ഇറ്റ് റിക്വയർസ് എനർജി. എനർജി ആവശ്യമുണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് എ പാസീവ് പ്രോസസ്. ഓക്കെ. ഇറ്റ് ഇൻവോൾവ്സ് എ മൂവ്മെൻറ്റ് ഓഫ് സൊല്യൂട്ട്. അല്ല. ഇറ്റ് ഒക്കേഴ്സ് ഇൻ പ്ലാന്റ് സെൽസ് ഓൺലി. അല്ല. എന്താണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്? ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ്. സൊല്യൂട്ടിൻ്റെ മൂവ്മെൻ്റ് ആണോ? അല്ല. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ലോ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ. ഓക്കെ. So answer, passive process. Next one, in a hypertonic solution water moves. ഒരു ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ വാട്ടർ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഒരു ബീക്കർ ഉണ്ട്, അതിലൊരു സെല്ല് വെച്ചിട്ടുണ്ട്. ഇവിടെ സൊല്യൂഷൻ എങ്ങനെയാണെന്നാണ് പറയുന്നത്? ഇവിടെ സൊല്യൂഷൻ ഈസ് hypertonic. Solution is here hypertonic. Hypertonic solution. Hypertonic solution എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ? സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഈസ് ഹൈപ്പർട്ടോണിക്. നമ്മൾ പറയും ടോണിസിറ്റി. ടോണിസിറ്റി എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് കോൺസെൻട്രേഷനെയാണ് പറയുന്നത്. ടോണിസിറ്റീനെ ബേസ് ചെയ്തിട്ട് സൊല്യൂഷൻസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹൈപ്പർട്ടോണിക്, ഹൈപ്പോട്ടോണിക് ആൻഡ് ഐസോട്ടോണിക് സൊല്യൂഷൻ. ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലിനകത്തെ നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ്റെയും സൊല്യൂട്ട് കോൺസെൻട്രേഷൻ സെയിം ആണ് അല്ലെങ്കിൽ ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഐസോട്ടോണിക് സൊല്യൂഷൻ എന്താണ് വിളിക്കുക? ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കും. ഐസോട്ടോണിക് സൊല്യൂഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൊല്യൂട്ട് കോൺസെൻട്രേഷൻ, എടുത്തിരിക്കുന്ന സൊല്യൂഷനിലെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ സെൽ. സെല്ലിനേക്കാളും കുറവാണ് എന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കും. ദെൻ സെല്ലിലുള്ള സൊല്യൂട്ട് കോൺസെൻട്രേഷനേക്കാളും കൂടുതലാണ് എടുത്തിരിക്കുന്ന സൊല്യൂഷനിലെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ എന്നുണ്ടെങ്കിൽ അതിനെ ഹൈപ്പർ, ഹൈ അല്ലേ? ഹൈപ്പർ എന്ന് പറഞ്ഞാൽ ഹൈ. സോ ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ. ഓക്കെ. ഇവിടെ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഇൻ എ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ വാട്ടർ മൂവ്സ്. എങ്ങനെയാണ് വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് ഇൻ എ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ? സോ ഇവിടെ ഓസ്മോസിസ് ആണ് നടക്കുന്നത് അല്ലേ? അത് ഏത് ടൈപ്പ് ഓസ്മോസിസ് ആണെന്നാണ് നമുക്ക് നോക്കണ്ടേ. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? ഓസ്മോസിസ് മീൻസ് ഹിയർ ദ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ്, മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ലോ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ. എങ്ങനെയാണ് വാട്ടർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് ഓഫ് water molecules from a region of low solute concentration to a region of high solute concentration അല്ലേ? വാട്ടർ മോളിക്യൂൾസ് ആണ് മൂവ് ചെയ്യുന്നത് ലോ സൊല്യൂട്ട് കോൺസെൻട്രേഷനിൽ നിന്ന് ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ. ഇവിടെ എവിടെയാണ് സൊല്യൂട്ട് കൂടുതലായിട്ടുള്ളത്? ഇവിടെയാണ് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലായിട്ടുള്ളത്. ഇവിടെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ എങ്ങനെയാണ്? ഇവിടെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവാണ്. സോ വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ഹിയർ വാട്ടർ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ഫ്രം സെൽ ടു ദി ഔട്ട്, വിച്ച് മീൻസ് ഔട്ട് ഓഫ് ദ സെൽ. സെല്ലിന് പുറത്തോട്ട് വാട്ടർ മോളിക്യൂൾ മൂവ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സോസ്മോസിസ്. പുറത്തേക്ക് എന്താ വിളിക്കുക? എക്സോസ്മോസിസ്. എന്താണ് ഇതിനെ വിളിക്കുന്നത്? എക്സോസ്മോസിസ്. എക്സോസ്മോസിസ്. ഇവിടെ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ആയിരുന്നെങ്കിലോ? ഇൻ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ വാട്ട് വിൽ ഹാപ്പൻ? തിരിച്ചായിരിക്കും മൂവ് ചെയ്യുക. ഇത് ഹൈപ്പോട്ടോണിക് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുകയായിരുന്നു? പുറത്തുനിന്ന് വെള്ളം സെല്ലിനകത്തോട്ട് മൂവ് ചെയ്ത് സെല്ല് ബൾജ് ചെയ്യും അല്ലേ? സെൽ ബേഴ്സ്റ്റിന് കാരണമാവും. സോ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോസ്മോസിസ്. എൻഡോസ്മോസിസ്. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ ഐഡിയ? എങ്ങനെയാണ് 3 ടൈപ്പ് സൊല്യൂഷൻ? ഹൈപ്പർട്ടോണിക്, ഹൈപ്പോട്ടോണിക് ആൻഡ് ഐസോട്ടോണിക് സൊല്യൂഷൻ. ടോണിസിറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു സെല്ലും അതുപോലെ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ്റെയും ടോണിസിറ്റി അല്ലെങ്കിൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ സെയിം ആണെന്നുണ്ടെങ്കിൽ ഐസോട്ടോണിക്. സെല്ലിൽ കുറവാണ്, എടുത്തിരിക്കുന്ന സൊല്യൂഷനിൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവാണ് കമ്പയർഡ് ടു സെൽ എന്നുണ്ടെങ്കിൽ അതിനെ ഹൈപ്പോട്ടോണിക്. ആൻഡ് അത് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഹൈപ്പർട്ടോണിക് എന്ന് വിളിക്കും.
ദെൻ സെൽ ഒരു ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ പ്ലേസ് ചെയ്ത് എന്താ സംഭവിക്കുക? വാട്ടർ മോളിക്യൂൾ വിൽ മൂവ് ഫ്രം എ റീജിയൻ ഓഫ് ലോ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ. അതായത് എക്സോസ്മോസിസ് നടക്കും. ഇങ്ങനെയാണ് സെല്ലിൻ്റെ ഷ്രിങ്കേജിന് കാരണമാവും. സെൽസ് ഷ്രിങ്ക് ചെയ്യും അല്ലേ? ആ പ്രോസസ്സാണ് എക്സോസ്മോസിസ്. ആൻഡ് വെൻ പ്ലേസ്ഡ് ഇൻ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ വാട്ട് വിൽ ഹാപ്പൻ? water will move into the cell. Cell will bulge by the process called endosmosis. അവസാനം സെൽ ബേർസ്റ്റിങ്ങിന് കാരണമാവും. ഓക്കെ, ഐസോട്ടോണിക് ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ മൂവ്മെൻ്റ് ആയിരിക്കും. ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ വാട്ടർ മൂവ്സ് ഇൻ ടു ദ സെൽ ആണോ? അല്ല, ഇറ്റ് മീൻസ് ഔട്ട് ഓഫ് ദ സെൽ. ഈക്വലി ഇൻ ആൻഡ് ഔട്ട് പറയാൻ പറ്റില്ല. ഡസ് നോട്ട് മൂവ് അല്ല. സോ ആൻസർ ഏതാണ്? വാട്ടർ വിൽ മൂവ് ഔട്ട് ഓഫ് ദ സെൽ. എന്താണ് നടക്കുന്നത്? എക്സോസ്മോസിസ് ആണ് അവിടെ നടക്കുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ഫീച്ചർ ഓഫ് റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ്? എൻഡോസൈറ്റോസിസ് തന്നെ ആക്ച്വലി എന്താണ് അവിടെ നടക്കുന്നത്? ബൾക്ക് ട്രാൻസ്പോർട്ടിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ബൾക്ക് ട്രാൻസ്പോർട്ട്. എൻഡോസൈറ്റോസിസ്, എക്സോസൈറ്റോസിസ് എന്നൊക്കെ പറയുന്നത് ബൾക്ക് ട്രാൻസ്പോർട്ട്, അതായത് ലാർജർ അല്ലെങ്കിൽ ഒരുപാട് മോളിക്യൂൾസിനെ ഒരേ സമയം ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനാണ് ബൾക്ക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ചാനൽസ് ഒക്കെ വഴി എങ്ങനെയാണ്? കുറച്ച് മാത്രം മോളിക്കുലാർ മൂവ്മെൻറ്റ് നടക്കുള്ളൂ. സോ ഈ ഡിഫ്യൂഷൻ ഓസ്മോസിസ് ഒക്കെ വഴിയാണ് കൂടുതൽ ട്രാൻസ്പോർട്ട്. മെയിൻലി എൻഡോസൈറ്റോസിസും എക്സോസൈറ്റോസിസും ആണ് ബൾക്ക് ട്രാൻസ്പോർട്ടിൽ വരുന്നത്. സോ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ഫീച്ചർ ഓഫ് റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ്? ഇറ്റ് ഈസ് എ നോൺ സ്പെസിഫിക് പ്രോസസ്. ഇറ്റ് ഇൻവോൾവ്സ് ക്ലാത്രിൻ കോട്ടഡ് പിറ്റ്സ്. It does not require energy. It is a form of passive transport. നോൺ സ്പെസിഫിക് അല്ല, സ്പെസിഫിക് മോളിക്യൂൾസ് ആണ്. എനർജി ആവശ്യമുണ്ട്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് പാസീവ് ട്രാൻസ്പോർട്ട്, അതായത് എനർജി ആവശ്യമില്ല എന്നുള്ള മീനിങ്. അതുമല്ല. ആൻസർ ഏതാണ് വരിക? റിസപ്റ്റർ മീഡിയേറ്റഡ് എന്ന് പറയുമ്പോൾ അവിടെ ചില സബ്സ്റ്റൻസ് വെച്ച് കോട്ട് ചെയ്തിട്ടുണ്ടാവും മെംബ്രെയിനിൽ. സോ ദ ആൻസർ ഈസ് ഇറ്റ് ഇൻവോൾവ്സ് ക്ലാത്രിൻ കോട്ടഡ് പിറ്റ്സ്. നെക്സ്റ്റ് വൺ, during phagocytosis the engulfed particle is enclosed within air. ഫാഗോസൈറ്റോസിസിൻ്റെ സമയത്ത് ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ലാർജർ ആയിട്ടുള്ള മോളിക്യൂൾസിനെ സെല്ല് ഫാഗോസൈറ്റോസിസ് എൻഗൾഫ് ചെയ്ത് എടുക്കുന്നതിനെയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത് അല്ലേ? ഇതാണ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനിൽ ഇങ്ങനെ ഇൻവാജിനേഷൻ വന്ന് ഇവിടെയുള്ള സബ്സ്റ്റൻസസിനെ എൻഗൾഫ് ചെയ്തെടുക്കും. ഓക്കെ, ദെൻ ഇത് ഇവിടെ നിന്ന് ബഡ് ഓഫ് ചെയ്ത് പോരാണ്. സോ ഫാഗോസൈറ്റിക് കപ്പൊക്കെ ഫോം ചെയ്യും. സോ ദ പാർട്ടിക്കിൾ, എൻഗൾഫ്ഡ് പാർട്ടിക്കിൾ എന്തിലാണ് എൻക്ലോസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിലാണ്? വിച്ച് ഈസ് ഫാഗോസോം. ആൻസർ ഈസ് ഫാഗോസോം. അതായത് ആദ്യം ഇങ്ങനെ ഇതിന് ചുറ്റും ഇതുപോലെ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് വരും, അല്ലെങ്കിൽ ഇങ്ങനെ പോഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് വരും. ദെൻ അതൊരു ഫാഗോസൈറ്റിക് കപ്പ് പോലെ ആവും. ദെൻ എൻക്ലോസ് ചെയ്ത് ഫാഗോസോം ഫോം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആൻസർ ഈസ് ഫാഗോസോം. നെക്സ്റ്റ് വൺ, ബൾക്ക് ട്രാൻസ്പോർട്ട് പ്രോസസ്സസ് സച്ച് എസ് എൻഡോസൈറ്റോസിസ് ആൻഡ് എക്സോസൈറ്റോസിസ് റിക്വയർ നോ എനർജി. എനർജി ആവശ്യമില്ല എന്ന്. റോങ് ഓപ്ഷൻ ആണ്. എനർജി ഇൻ ദ ഫോം ഓഫ് ATP, ഓൺലി പാസീവ് ഡിഫ്യൂഷൻ, ഓൺലി ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. സോ C and D വരില്ല. ആൻസർ ഈസ് എനർജി ഇൻ ദ ഫോം ഓഫ് ATP. ഈ പ്രോസസ്സിന് എന്താവശ്യമാണ്? എനർജി ആവശ്യമാണ് ഇൻ ദ ഫോം ഓഫ് ATP. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ്സസ് ഈസ് യൂസ്ഡ് ബൈ സെൽസ് ടു സെക്രീറ്റ് ഹോർമോൺസ് ആൻഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്? സെൽസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും അതുപോലെ ഹോർമോൺസും ഏത് പ്രോസസ്സ് വഴിയാണ് സെക്രീറ്റ് ചെയ്യാന്ന്? ലാർജ് എമൗണ്ടിലാണ് സെക്രീറ്റ് ചെയ്യുന്നത്, ഔട്ട് ഓഫ് ദ സെല്ലാണ്. സോ ആ മൂവ്മെൻറ്റ് എന്തായിരിക്കും? എൻഡോസൈറ്റോസിസ് ആണോ? അല്ല, അത് അകത്തോട്ടുള്ള മൂവ്മെൻറ്റ്, എൻഗൾഫ് ചെയ്തെടുക്കുക. എക്സോസൈറ്റോസിസ് ഔട്ട്സൈഡ് മൂവ്മെൻ്റ് ആണ്. പീനോസൈറ്റോസിസ് സെൽ ഡ്രിങ്കിങ് ആണ്. ഫാഗോസൈറ്റോസിസ് ലാർജ് മോളിക്കുലാർ വെയിറ്റ് സബ്സ്റ്റൻസസിനെ എൻഗൾഫ് ചെയ്തെടുക്കുക. സോ ഔട്ട്വേർഡ് മൂവ്മെൻറ്റ് ഏത് മാത്രമേ ഉള്ളൂ ഇതിൽ? എക്സോസൈറ്റോസിസ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, എക്സോസൈറ്റോസിസ്. നെക്സ്റ്റ് വൺ, which of the following is a key difference between phagocytosis and pinocytosis? ഫാഗോസൈറ്റോസിസും പീനോസൈറ്റോസിസും തമ്മിലുള്ള കീ ഡിഫറൻസ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സെൽ ഈറ്റിംഗ് പ്രോസസ് ആൻഡ് പീനോസൈറ്റോസിസ് ഈസ് സെൽ ഡ്രിങ്കിങ് പ്രോസസ്. നമുക്ക് നോക്കാം.
Phagocytosis involves ingestion of large particles while pinocytosis involves the ingestion of liquids. അപ്പോൾ ഏതാണ്ട് ശരിയല്ലേ? ഇൻജക്ഷൻ ഓഫ് ലാർജ് പാർട്ടിക്കിൾസ് ആണ് ഫാഗോസൈറ്റോസിസ് ആൻഡ് ഇൻജക്ഷൻ ഓഫ് ലിക്വിഡ് പാർട്ടിക്കിൾസ് ആണ് പീനോസൈറ്റോസിസ്. ഓപ്ഷൻ ബി നോക്കുക. പീനോസൈറ്റോസിസ് റിക്വയർസ് എനർജി വൈൽ ഫാഗോസൈറ്റോസിസ് ഡസ് നോട്ട്. അല്ല, രണ്ട് പ്രോസസ്സിനും എനർജി ആവശ്യമുണ്ട്. ഫാഗോസൈറ്റോസിസ് ഈസ് എ ഫോം ഓഫ് പാസീവ് ട്രാൻസ്പോർട്ട് വൈൽ പീനോസൈറ്റോസിസ് ഈസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. എഗെയിൻ അതും റോങ് ഓപ്ഷനാണ്. കാരണം എന്താ? രണ്ടിലും എനർജി ആവശ്യമാണ്. Pinocytosis involves the ingestion of large particles while phagocytosis involves ingestion of liquids. അങ്ങനെയാണോ? അല്ല. Pinocytosis involves ingestion of liquids and phagocytosis involves ingestion of large particles. So option D യും wrong ആണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. Phagocytosis involves ingestion of large particles while pinocytosis involves ingestion of liquids. Next question നോക്കാം. Next one, the vesicles formed during endocytosis are composed of. എൻഡോസൈറ്റോസിസിൻ്റെ സമയത്ത് ഫോം ചെയ്യുന്ന ആ വെസിക്കിളിൽ എന്താണ് ഉണ്ടാവുക? അല്ലെങ്കിൽ ആ വെസിക്കിൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? പ്രോട്ടീൻസ് മാത്രമാണോ? അല്ല. എങ്ങനെയാണ്? ലിപ്പിഡ് ബൈലെയർ ആണ് ഇൻവാജിനേറ്റ് ചെയ്യുന്നത്. സോ അവിടെ എന്തായിരിക്കും? ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിൻ്റെ സെയിം കമ്പോണൻസ് ആയിരിക്കും. കാർബോഹൈഡ്രേറ്റ് വരില്ല. ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ. മെംബ്രെയിൻ ഇങ്ങനെ കാണും, ഇവിടെ സബ്സ്റ്റൻസ് കാണുമ്പോൾ എൻഡോസൈറ്റോസിസിന് സമയത്ത് ഈ മെംബ്രെയിൻ ഇറ്റ്സെൽഫ് ആണ് ഇൻവാജിനേറ്റ് ചെയ്യുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബൾക്ക് ട്രാൻസ്പോർട്ട്? എന്താ ചോദിച്ചിരിക്കുന്നത്? ബൾക്ക് ട്രാൻസ്പോർട്ടിന് എക്സാമ്പിൾ ഏതാണെന്ന്. ഒരു ഈസി ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിൾ ഡിഫ്യൂഷൻ ബൾക്ക് ട്രാൻസ്പോർട്ട് ആണോ? അല്ല. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ? അല്ല. ഓസ്മോസിസ് വരുമോ? ഇല്ല. ആൻസർ ഏതാണ്? വിച്ച് ഈസ് എൻഡോസൈറ്റോസിസ്. എൻഡോസൈറ്റോസിസ് ആൻഡ് എക്സോസൈറ്റോസിസ് ആണ് ബൾക്ക് ട്രാൻസ്പോർട്ട്. ബൾക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ലാർജ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസിൻ്റെ ട്രാൻസ്പോർട്ട് ആണ് എൻഡോസൈറ്റോസിസും എക്സോസൈറ്റോസിസും. സോ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? എക്സാമ്പിൾ ഓഫ് ബൾക്ക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് വിച്ച് ഈസ് എൻഡോസൈറ്റോസിസ്. Next one, which of the following proteins is involved in the fusion of vesicles with the plasma membrane during exocytosis? എക്സോസൈറ്റോസിസിൻ്റെ സമയത്ത് എന്താണ്? ഒരു വെസിക്കിൾ ഫോം ചെയ്തിട്ടുണ്ടാകും അല്ലേ? ഏതാണ് എലിമിനേറ്റ് ചെയ്യേണ്ട സബ്സ്റ്റൻസ്? അതൊരു വെസിക്കിൾ ആയിട്ടുണ്ടാകും. ആ വെസിക്കിൾ എന്താ ചെയ്യുക? ആ വെസിക്കിൾ മെംബ്രെയിൻ്റെ അടുത്തോട്ട് മൂവ് ചെയ്യും. ആദ്യം ആ പ്ലാസ്മ മെംബ്രെയിനുമായിട്ടൊന്ന് അടുത്ത് ചെന്ന് നിൽക്കും. ദെൻ അതുമായിട്ടൊരു ട്രാൻസിയൻറ്റ് ലിങ്കേജ് ഫോം ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് കറക്റ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. പ്ലാസ്മ മെംബ്രെയിനിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിലോട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക ഇൻസേർട്ട് ചെയ്ത് വെക്കും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് സ്നെയർ പ്രോട്ടീൻസ്. ഏതാണ്? സ്നെയർ പ്രോട്ടീൻസ്. ക്ലാത്രിൻ, ഡൈനാമിൻ, ആക്ടിൻസ് ഒന്നുമില്ല. ഏതാണ് ആൻസർ വരിക? സ്നെയർ പ്രോട്ടീൻസ്. നെക്സ്റ്റ് വൺ, the process by which cells internalize extracellular fluid and its dissolved solute is called. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. നോക്കിക്കേ. the process by which cells internalize extracellular fluid. സെൽസ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിനെ എൻഗൾഫ് ചെയ്യും. അതുപോലെ തന്നെ അതിലുള്ള ഡിസോൾഡ് സൊല്യൂട്ട്സിനെയും. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡും അതുപോലെ അതിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന സൊല്യൂട്ട്സിനെയും സെൽസ് എൻഗൾഫ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ ഫ്ലൂയിഡാണ്. അപ്പോൾ ഏതാ പേര് വരിക? ഇറ്റ് ഈസ് an endocytosis process called പീനോസൈറ്റോസിസ്. ഓപ്ഷൻസ് നോക്കാം. എ ഫാഗോസൈറ്റോസിസ് ആണോ? അല്ല. പീനോസൈറ്റോസിസ്. റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ് അല്ല. എക്സോസൈറ്റോസിസ് അല്ല. ആൻസർ ഏതാണ്? വിച്ച് ഈസ് പീനോസൈറ്റോസിസ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് എൻഡോസൈറ്റോസിസ്? എൻഡോസൈറ്റോസിസിൻ്റെ ഫങ്ഷൻ അല്ലാത്തത് ഏതാണെന്ന്. അപ്ടേക്ക് ഓഫ് ന്യൂട്രിയൻസ് ഫങ്ഷൻ ആണോ? അതെ. അപ്ടേക്ക് ഓഫ് ന്യൂട്രിയൻസ് അതിൻ്റെ ഒരു ഫങ്ഷനാണ്. റിമൂവൽ ഓഫ് വേസ്റ്റ് പ്രൊഡക്ട്സ്. എൻഡോസൈറ്റോസിസ് വഴി വേസ്റ്റ് പ്രൊഡക്ട്സ് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. റെഗുലേഷൻ ഓഫ് മെംബ്രെയിൻ കോമ്പോസിഷൻ അത് കറക്റ്റാണ്. ഇൻറ്റേർണലൈസേഷൻ ഓഫ് സിഗ്നലിംഗ് റിസപ്റ്റേഴ്സ് അതും കറക്റ്റ് ഓപ്ഷൻ. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? നോട്ട് എ ഫങ്ഷൻ ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, റിമൂവൽ ഓഫ്
വേസ്റ്റ് പ്രൊഡക്റ്റ്. അതെന്ത് വഴിയാണ് പോസിബിൾ ആവുന്നത്? എക്സോസൈറ്റോസിസ് വഴിയാണ് വേസ്റ്റ് പ്രൊഡക്ട്സിൻ്റെ റിമൂവൽ പോസിബിൾ ആവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ് ദ റിസപ്റ്റേഴ്സ് ആർ ടിപ്പിക്കലി റീസൈക്കിൾഡ് ബാക്ക് ടു ദി. റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസിന് എക്സാമ്പിൾ ആണ് ക്ലാദ്രിൻ കോട്ടഡ്, അതുപോലെ കവേലോ എന്ന് പറയുന്നതൊക്കെ. ദെൻ ഇവിടെ ക്ലാദ്രിൻ കോട്ടഡ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സെൽ മെംബ്രെയിനിൽ ഇതുപോലെ ക്ലാദ്രിൻ കോട്ട്സ് കാണും, ഇവിടെ സബ്സ്റ്റൻസിനെ എൻഗൾഫ് ചെയ്യും. ദെൻ ഇത് ഫാഗോസോം ആവും അല്ലേ, ഫാഗോസോംസ് ഫോം ചെയ്യും. ദെൻ ഈ ഫാഗോസോംസ് എൻഡോസോമായിട്ട് ഫ്യൂസ് ചെയ്യുന്നുണ്ട്, എൻഡോസോമുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഫാഗോ എൻഡോസോംസ് ഒക്കെ ഫോം ചെയ്യും. അതിനുശേഷമാണ് ലൈസോസോമുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത്. സോ ഈ എൻഡോസോമിൽ വെച്ച് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ ഫാഗോസോമിലെ റിസപ്റ്റർ പ്രോട്ടീൻസിനെ റീസൈക്കിൾഡ് ബാക്ക് ടു ദി പ്ലാസ്മ മെംബ്രെയിൻ. ഇതിനെ തിരിച്ച് എൻഡോസോമിൽ വെച്ച് എന്താ സംഭവിക്കുക? ഇവിടെയുള്ള റിസപ്റ്റർ പ്രോട്ടീൻസ് വിൽ ബി റീസൈക്കിൾഡ് ബാക്ക് ടു ദി പ്ലാസ്മ മെംബ്രെയിൻ. Then it will fuse with the lysosome and the disintegration of the substance will occur in the phagolysosome. So ഇവിടെ എന്താ പറയുന്നത്? In receptor mediated endocytosis the receptors are typically recycled back to the plasma membrane. ആൻസർ നോക്കുക, ലൈസോസോം അല്ല, ഗോൾഗി അപ്പാരറ്റസ് അല്ല, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ല. എങ്ങോട്ടാണ് റീസൈക്കിൾ ചെയ്യുന്നത്? ബാക്ക് ടു ദി പ്ലാസ്മ മെംബ്രെയിൻ. Next one, the uptake of cholesterol into the cell via LDL receptors is an example of. Phagocytosis in example ആണോ? അല്ല, receptors എന്ന് പറയുന്നുണ്ട്. So answer is receptor mediated endocytosis. Receptor mediated endocytosis is the answer. The uptake of cholesterol into cells via the LDL receptor. അതിൻ്റെ എക്സാമ്പിൾ ആണ് റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, കവോലെ ആർ എൻറിച്ച്ഡ് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ലിപ്പിഡ്സ്? കവോലെ എന്ന് പറയുന്നത് ഒരു റിസപ്റ്റർ മീഡിയേറ്റഡ് തന്നെയാണ്, ഒരു പർട്ടിക്കുലർ ടൈപ്പ് പ്രോട്ടീൻസ് ആണ്. ദേ ആർ എൻറിച്ച്ഡ് ഇൻ, അതെവിടെയാണ് കൂടുതലായിട്ട് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അതൊരു ഫ്ലാസ്ക് ഷേപ്ഡ് അല്ലെങ്കിൽ ഒരു കേവ് ലൈക്ക് സ്ട്രക്ചറൊക്കെയാണ് കാണുക. കൊളസ്ട്രോൾ റിച്ച് റീജിയൻ ഓഫ് പ്ലാസ്മ മെംബ്രെയിനിലായിരിക്കും ഈ കവോലെ നമുക്ക് കാണാനായിട്ട് പറ്റുക. സോ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? കവാലോ ആർ എൻറിച്ച്ഡ് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ലിപ്പിഡ്സ്? ആൻസർ ഞാൻ പറഞ്ഞു, ദേ ആർ കൊളസ്ട്രോൾ. സോ ഫോസ്ഫാറ്റിഡിൽസെറിൻ വരുമോ? ഇല്ല. ദെൻ കൊളസ്ട്രോൾ ആൻഡ് സ്ഫിംഗോലിപ്പിഡ് ആൻസർ ഉണ്ട്, അതായിരിക്കും ആൻസർ. ഫോസ്ഫാറ്റിഡിൽ കോളിൻ അല്ല, ട്രൈഗ്ലിസറൈഡ്സ് അല്ല. ആൻസർ ഏതാണ്? കൊളസ്ട്രോൾ ആൻഡ് സ്ഫിംഗോലിപ്പിഡ് റിച്ച് റീജിയനിലാണ് നമുക്ക് കവോലെ കാണാനായിട്ട് സാധിക്കുക. നെക്സ്റ്റ് വൺ, കവോലെ ആർ സ്പെഷ്യലൈസ്ഡ് ലിപ്പിഡ് റാഫ്റ്റ് ദാറ്റ് ഫോം. അതിൻ്റെ ഷേപ്പ് പറഞ്ഞു ഒരു കേവ് ലൈക്ക് അല്ലെങ്കിൽ ഫ്ലാസ്ക് ലൈക്ക് സ്ട്രക്ചർ ആണെന്ന്. നമുക്ക് നോക്കാം ഓപ്ഷൻസ്. കവോലെ ആർ സ്പെഷ്യലൈസ്ഡ് ലിപ്പിഡ് റാഫ്റ്റ് ദാറ്റ് ഫോം. കൊളസ്ട്രോൾ റിച്ച് റീജിയനിലാണ് ലിപ്പിഡ് റാഫ്റ്റ് ഫോം ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ട്യൂബുലാർ ഇൻവാജിനേഷൻസ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ ആണോ? അല്ല. ഫ്ലാസ്ക് ഷേപ്ഡ് ഇൻവാജിനേഷൻസ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ, ഫ്ലാറ്റ് റീജിയൻസ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ അല്ല. സ്പെറിക്കൽ വെസിക്കിൾസ് വിതിൻ ദ സൈറ്റോപ്ലാസം അതുമല്ല. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ദേ ആർ ഫ്ലാസ്ക് ഷേപ്ഡ് ഇൻവാജിനേഷൻസ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനിൽ കാണപ്പെടുന്ന ഫ്ലാസ്ക് അല്ലെങ്കിൽ കേവ് ലൈക്ക് ഇൻവാജിനേഷൻസ് ആണ് കവോലെ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് കവോലെ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ്? കവോലെ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. ഇറ്റ് ഇൻവോൾവ്സ് ക്ലാദ്രിൻ കോട്ടഡ് പിറ്റ്സ് അല്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡൈനാമിൻ. ഇറ്റ് ഈസ് എ ഫോം ഓഫ് റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ്. ഇതും എന്തിന് തന്നെ എക്സാമ്പിളാണ്? ക്ലാദ്രിൻ കോട്ടഡ് എൻഡോസൈറ്റോസിസ് പറഞ്ഞ പോലെ തന്നെ റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസിന് എക്സാമ്പിളാണ് ഈ കവോലെ എന്ന് പറയുന്നത്. Next one, which of the following is not a step in the exocytosis process? Exocytosis processൽ വരാത്തത് ഏതാണ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് അല്ലാത്തത് ഏതാണെന്ന്? വെസിക്കിൾ ഡോക്കിംഗ്, വെസിക്കിൾ ബഡ്ഡിംഗ്, വെസിക്കിൾ പ്രൈമിംഗ്, വെസിക്കിൾ ഫ്യൂഷൻ. ഇവിടെ വെസിക്കിൾ ഫ്യൂഷൻ നടക്കുന്നുണ്ട് അല്ലേ? വെസിക്കിൾ പ്രൈമിംഗ്, ഡോക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വെസിക്കുലാർ ട്രാൻസ്പോർട്ട് നടക്കണം.
ഇതാണ് നമുക്ക് സൈറ്റോപ്ലാസ്മിനകത്ത് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടേണ്ട വെസിക്കിൾ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ വെസിക്കിളിനെ പ്ലാസ്മ മെംബ്രെയിൻ്റെ അടുത്തോട്ട് മൂവ് ചെയ്യിപ്പിക്കണം. അതിനെയാണ് വെസിക്കുലാർ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത്. എന്താണ് വെസിക്കുലാർ ട്രാഫിക്കിംഗ് എന്ന് പറയും? വെസിക്കിൾ മൂവ് ടുവേർഡ്സ് ദ പ്ലാസ്മ മെംബ്രെയിൻ, വെസിക്കുലാർ ട്രാഫിക്കിംഗ്. ദെൻ ഈ പ്ലാസ്മ മെംബ്രെയിനിൽ എത്തിക്കഴിയുമ്പോൾ, ട്രാൻസ്മ മെംബ്രെയിനിൽ എത്തിക്കഴിയുമ്പോൾ ഇത് ട്രാൻസിയൻറ്റ് ബൈൻഡിങ്, ഈ വെസിക്കിൾ എന്ത് ചെയ്യും? പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് ട്രാൻസിയൻറ്റ് ബൈൻഡിങ് ഒന്ന് ചെറുതായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അതിനാണ് വെസിക്കുലാർ പ്രൈമിംഗ് എന്ന് വിളിക്കുന്നത്. എന്താണ് വെസിക്കുലാർ പ്രൈമിംഗ്? അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റും? അത് അതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കും, കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെക്കും. അതിനെയാണ് വെസിക്കുലാർ ഡോക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ വെസിക്കുലാർ ഡോക്കിംഗ് കഴിഞ്ഞ് എന്താണ്? വെസിക്കിള് അതുമായിട്ട് ഫ്യൂസ് ചെയ്യും, പ്ലാസ്മ മെംബ്രെയിനായിട്ട് ഫ്യൂസ് ചെയ്യും. സോ വെസിക്കുലാർ ഫ്യൂഷനും നടക്കുന്നുണ്ട്. വെസിക്കുലാർ ബഡ്ഡിങ് ഒരു ഇവൻ്റ് ആണോ? അല്ല. സോ ആൻസർ എന്ന് പറയുന്നത് വെസിക്കുലാർ ബഡ്ഡിങ്, ഓപ്ഷൻ ബി, വിച്ച് ഈസ് നോട്ട് എ സ്റ്റെപ്പ് ഇൻ എക്സോസൈറ്റോസിസ്. ആ സമയം എൻഡോസൈറ്റോസിസിൽ ഒരു സ്റ്റെപ്പാണ് വെസിക്കുലാർ ബഡ്ഡിങ് അല്ലേ? ആ സെൽ മെംബ്രെയിൻ ഇൻവാജിനേറ്റ് ചെയ്ത് എൻസർക്കിൾ ചെയ്ത് കഴിയുമ്പോൾ ബഡ് ഓഫ് ചെയ്യാണ്, ആ ബൈലെയറിന്ന് ബഡ് ചെയ്തിട്ടാണ് ആ വാക്യൂൾ അല്ലെങ്കിൽ വെസിക്കിൾ അവിടെ നിന്ന് സൈറ്റോപ്ലാസ്മിലോട്ട് റിലീസ് ചെയ്യുന്നത്. സോ എക്സോസൈറ്റോസിസിൽ വെസിക്കുലാർ ബഡ്ഡിങ് ഇല്ല, സമയം എൻഡോസൈറ്റോസിസിൽ വെസിക്കിൾ ബഡ്ഡിങ് കാണാം. നെക്സ്റ്റ് വൺ, എക്സോസൈറ്റോസിസ് പ്രോസസ് ഫൗണ്ട് ഓൺലി ഇൻ ബാക്ടീരിയ. ബാക്ടീരിയയിൽ മാത്രം കാണുന്ന എക്സോസൈറ്റോസിസ് പ്രോസസ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 ടൈപ്പ് എക്സോസൈറ്റോസിസ് ആണുള്ളത്: കോൺസ്റ്റിറ്റ്യൂട്ടീവ്, റെഗുലേറ്റഡ് ആൻഡ് വെസിക്കുലാർ എക്സോസൈറ്റോസിസ്. ഇതിൽ കോൺസ്റ്റിറ്റ്യൂട്ടീവ് എക്സോസൈറ്റോസിസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഓൾ ബോഡി സെൽസിലും കാണുന്നതാണ്. ഒരു റെഗുലേഷനൊന്നുമില്ല, അങ്ങനത്തെ എക്സോസൈറ്റോസിസ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് എക്സോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ദെൻ റെഗുലേറ്റഡ് എക്സോസൈറ്റോസിസ് എന്ന് പറയുന്നത് കാൽഷ്യം ഡിപ്പെൻഡൻ്റ് ആണ്. പർട്ടിക്കുലർ സെൽസിൽ മാത്രമാണ് അത് കാണാനായിട്ട് പറ്റുക, കാൽഷ്യം ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ്, മസിൽ സെൽസിലൊക്കെ ആയിരിക്കും കാണുക. ദെൻ അത് എക്സോസൈറ്റോസിസ് എപ്പോഴാണ് കാൽഷ്യത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് ട്രിഗർ ചെയ്യുക. കാൽഷ്യത്തിൻ്റെ എമൗണ്ട്, കാൽഷ്യം അയോണിൻ്റെ എമൗണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യും. വെസിക്കുലാർ എക്സോസൈറ്റോസിസ് ആണ് തേർഡ് വൺ, ആൻഡ് വിച്ച് ഈസ് ദ ഓൺലി എക്സോസൈറ്റോസിസ് പ്രോസസ് ഫൗണ്ട് ഇൻ ബാക്ടീരിയ. ബാക്ടീരിയയിൽ കാണുന്ന ഒരേ ഒരു അല്ലെങ്കിൽ ബാക്ടീരിയയിൽ മാത്രം കാണപ്പെടുന്ന ഒരു എക്സോസൈറ്റോസിസ് ആണ് വെസിക്കുലാർ എക്സോസൈറ്റോസിസ്. ആൻസർ ഈസ് ഓപ്ഷൻ സി, വെസിക്കുലാർ എക്സോസൈറ്റോസിസ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സെലക്റ്റീവ് പെർമിയബിലിറ്റി ഓഫ് ദ ന്യൂക്ലിയർ എൻവലപ്പ്. സോ നമ്മൾ ന്യൂക്ലിയസിലോട്ട് എത്തിയല്ലേ, ന്യൂക്ലിയർ മെംബ്രെയിനിൽ നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. Which of the following structure is responsible for the selective permeability of the nuclear envelope? ന്യൂക്ലിയർ എൻവലപ്പിൻ്റെ സെലക്റ്റീവ് പെർമിയബിലിറ്റിക്ക് കാരണം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സ്ട്രക്ചേഴ്സ് ആണ്? ന്യൂക്ലിയർ പോസ്, ന്യൂക്ലിയർ ലാമിന, ക്രൊമാറ്റിൻ ആൻഡ് ന്യൂക്ലിയോളസ്. ഏതായിരിക്കും? ദ ആർ ന്യൂക്ലിയർ പോസ്. ന്യൂക്ലിയർ ലാമിന എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഇതാണ് ഒരു ന്യൂക്ലിയസ് എന്ന് വിചാരിക്കാം. ന്യൂക്ലിയസും ഡബിൾ മെംബ്രെയിനാണ്, ഒരു ഔട്ടർ മെംബ്രെയിനും ഒരു ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഗ്യാപ്സ് കാണാനായിട്ട് പറ്റും ഇൻ ബിറ്റ്വീനായിട്ട്. അതിനെയാണ് ന്യൂക്ലിയർ പോസ് എന്ന് പറയുന്നത്. ദെൻ ഈ ഇന്നർ മെംബ്രെയിൻ്റെ ഇൻറ്റേർണലായിട്ട് കാണപ്പെടുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ലാമിന എന്ന് പറയുക. ദെൻ ഇതിനകത്ത് ന്യൂക്ലിയർ ലാമിനയ്ക്ക് അകത്താണ് അല്ലെങ്കിൽ ന്യൂക്ലിയസിന് അകത്താണ് ന്യൂക്ലിയോളസും ക്രൊമാറ്റിനും ഒക്കെ കാണാനായിട്ട് പറ്റുക. സോ ഈ സെലക്റ്റീവ് പെർമിയബിലിറ്റി ഇതിൽ ഏതുമായിട്ടാണ് റിലേറ്റ്? മോളിക്കുലർ മൂവ്മെൻറ്റിനെ ട്രാഫിക് ചെയ്യുന്നത് ഏതായിരിക്കും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്? ന്യൂക്ലിയർ പോസ് ആണ്. സോ അത് ആൻസർ ഈസ് ഓപ്ഷൻ എ, ന്യൂക്ലിയർ പോസ്. സെക്കൻഡ് വൺ, വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ ന്യൂക്ലിയോളസ്? ന്യൂക്ലിയോളസിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. DNA റിപ്ലിക്കേഷൻ അല്ല. പ്രോട്ടീൻ സിന്തസിസ് എവിടെയാണ്? റൈബോസോമിലാണ്. ലിപ്പിഡ് മെറ്റബോളിസം ഏതുമായിട്ട് റിലേറ്റ് ചെയ്യുക? നമ്മുടെ ഗോൾഗി കോംപ്ലക്സ് ഒക്കെ ആയിട്ടാണ് റിലേറ്റ് ചെയ്ത് വരുന്നത്. സോ ഇവിടെ ആൻസർ എന്താണ്? ന്യൂക്ലിയോളസിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് rRNA സിന്തസിസ് ആൻഡ് റൈബോസോം അസംബ്ലി. rRNA, റൈബോസോമൽ RNA സിന്തസിസ് ആൻഡ് റൈബോസോം അസംബ്ലി ആണ് ന്യൂക്ലിയോളസിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ന്യൂക്ലിയർ ലാമിന ഈസ് കമ്പോസ്ഡ് ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് പ്രോട്ടീൻ? ന്യൂക്ലിയർ ലാമിന ഞാൻ പറഞ്ഞു, ന്യൂക്ലിയസ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്?
അതിന് രണ്ട് മെംബ്രെയിൻ ഉണ്ട്. ഒരു ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ആ ഇന്നർ മെംബ്രെയിനോട് ചേർന്ന് കാണപ്പെടുന്ന പ്രോട്ടീൻ എന്നുണ്ടെങ്കിൽ ഇന്നർ മെംബ്രെയിനിൽ ചേർന്ന് കാണപ്പെടുന്ന ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ലാമിന എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ലാമിന ഇതിലോട്ടായിരിക്കും ക്രൊമാറ്റിൻസ് ഒക്കെ ലിങ്ക് ചെയ്ത് അല്ലെങ്കിൽ ക്രൊമാറ്റിൻസ് അറ്റാച്ച് ചെയ്ത് കാണാനായിട്ട് പറ്റാം. സോ ഈ ന്യൂക്ലിയർ ലാമിന ഈസ് കമ്പോസ്ഡ് ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ആണ് ക്വസ്റ്റ്യൻ. ആക്റ്റിൻ, ട്യൂബുലിൻ, ലാമിൻ ആൻഡ് മയോസിൻ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ലാമിൻ. ലാമിൻ പ്രോട്ടീൻസ് വെച്ചിട്ടാണ് ന്യൂക്ലിയർ ലാമിന ഫോം ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The selective traffic of proteins and RNAs between the nucleus and the cytoplasm is through. The selective traffic of proteins and RNAs between the nucleus and cytoplasm is through. സൈറ്റോപ്ലാസത്തിൻ്റെയും ന്യൂക്ലിയസിൻ്റെയും ഇടയ്ക്ക് മെറ്റീരിയൽ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന ചാനലായിട്ട് ആക്ട് ചെയ്യുന്നത് ഏത് സ്ട്രക്ചറാണ്? ന്യൂക്ലിയർ ലാമിനയാണോ? ഓപ്ഷൻ എ ന്യൂക്ലിയർ ലാമിന അല്ല. ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ഓഫ് ന്യൂക്ലിയർ മെംബ്രെയിൻ അതുമല്ല. ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് ബോത്ത് എ ആൻഡ് ബി. ഏതാണ് വരിക? ന്യൂക്ലിയർ പോർ കോംപ്ലക്സ്. ആൻസർ ഏതാണ് വരിക? ന്യൂക്ലിയർ പോർ കോംപ്ലക്സ്. ഇതാണ് ന്യൂക്ലിയസിൻ്റെ ഔട്ടർ ആൻഡ് ഇന്നർ മെംബ്രെയിൻ. ദെൻ ഇതിലിങ്ങനെ നമുക്ക് ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് കാണാനായിട്ട് പറ്റും. ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് കാണാനായിട്ട് പറ്റും. ഈ ന്യൂക്ലിയർ പോർസ് വഴിയാണ് മെറ്റീരിയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുക. മെറ്റീരിയൽസ് ന്യൂക്ലിയസിനകത്തോട്ടും അതുപോലെ സൈറ്റോപ്ലാസത്തിലോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഏത് വഴിയായിരിക്കും? ഈ ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് വഴിയായിരിക്കും. ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ, ന്യൂക്ലിയർ പോർ കോംപ്ലക്സസ് ആർ കമ്പോസ്ഡ് ഓഫ് മൾട്ടിപ്പിൾ പ്രോട്ടീൻസ് കളക്റ്റീവ്ലി നോൺ ആസ്. ഈ ന്യൂക്ലിയർ കോംപ്ലക്സ് ഒരുപാട് പ്രോട്ടീൻസ് ചേർന്നിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് ദീസ് പ്രോട്ടീൻസ് ആർ നോൺ ബൈ ദ നെയിം. എന്തായിരിക്കും? ഹിസ്റ്റോൺസ് ആണോ? അല്ല. ലാമിൻസ് നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ ലാമിനയിലാണ്. ദെൻ റൈബോസോംസ് ആണോ? അല്ല. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ന്യൂക്ലിയോപോറിൻസ്. എങ്ങനെയാണ്? ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻസ് കോൾഡ് ന്യൂക്ലിയോപോറിൻസ്. ന്യൂക്ലിയോപോറിൻസ് 3 ടൈപ്പ് ന്യൂക്ലിയോപോറിൻസ് ആണുള്ളത്. സ്ട്രക്ചറൽ ന്യൂക്ലിയോപോറിൻസ്, സ്ട്രക്ചറൽ ന്യൂക്ലിയോപോറിൻസ്, NUPs എന്ന് പറയും. NUPs ന്യൂക്ലിയോപോറിൻസ്. ദെൻ മെംബ്രെയിൻ ന്യൂക്ലിയോപോറിൻസ്, മെംബ്രെയിൻ nucleoporins, and the third one is FG rich nucleoporins. FG rich nucleoporins. ഇതൊക്കെയാണ് സ്ട്രക്ചറൽ ന്യൂക്ലിയോപോറിൻസ്, മെംബ്രെയിൻ ന്യൂക്ലിയോപോറിൻസ് ആൻഡ് FG ന്യൂക്ലിയോപോറിൻസ്. ഈ സ്ട്രക്ചറൽ ന്യൂക്ലിയോപോറിൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് ഇന്നർ മെംബ്രെയിനെയും ഔട്ടർ മെംബ്രെയിനെയും കണക്ട് ചെയ്യുന്നതാണ് ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇതിൽ കാണപ്പെടുന്ന ഇങ്ങനെ സ്പോക്സ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. ഔട്ടർ ലീഫ്ലെറ്റിലോട്ടും ഇന്നർ ലീഫ്ലെറ്റിലോട്ടും, അതായത് സൈറ്റോസോളിക് സൈഡിലോട്ടും ന്യൂക്ലിയോപ്ലാസ്മിക് സൈഡിലോട്ടും. അതാണ് സ്ട്രക്ചറൽ ന്യൂക്ലിയോപോറിൻസ് എന്ന് പറയുന്നത്. എന്നിട്ട് അതൊരു റിംഗ് ലൈറ്റ് സ്ട്രക്ചർ പോലെയൊക്കെ ഫോം ചെയ്യും. ഒരു റിംഗ് ലൈറ്റ് സ്ട്രക്ചറൊക്കെ ഫോം ചെയ്യും. അതിൽ 7 സ്ട്രക്ചറൽ ന്യൂക്ലിയോപോറിൻസ് ആണുള്ളത്. അങ്ങനെ അത് ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ കോൾഡ് വൈ കോംപ്ലക്സ് ഒക്കെ ഫോം ചെയ്യും. വൈ കോംപ്ലക്സ്. ദെൻ മെംബ്രെയിൻ ന്യൂക്ലിയോപോറിൻസ് എന്ന് പറയുന്നത്, ആ ന്യൂക്ലിയർ പോർ കോംപ്ലക്സിലെ ചാനലിൽ ഇങ്ങനെ ഒരു ക്യാവിറ്റി പോലെയുള്ളതാണ്. ആ ചാനലിന് ആങ്കറേജ് കൊടുക്കുന്നതാണ് മെംബ്രെയിൻ ന്യൂക്ലിയോപോറിൻസ്. ഇതിന് FG റിച്ച് ന്യൂക്ലിയോപോറിൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ന്യൂക്ലിയർ മെംബ്രെയിൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് അല്ലേ. ഇവ തമ്മിൽ, അതായത് ഔട്ടർ മെംബ്രെയിനെയും ഇന്നർ മെംബ്രെയിനെയും തമ്മിൽ കണക്ട് ചെയ്ത് കാണപ്പെടുന്ന ഒരു കർവ് ലൈക്ക് സ്ട്രക്ചറാണ് FG റിച്ച് ന്യൂക്ലിയോപോറിൻസ് എന്ന് പറയുന്നത്. FG റിച്ച് എന്ന് പറയാൻ കാരണം ഫിനൈൽ അലാനിൻ ആൻഡ് ഗ്ലൈസിൻ റിച്ച് ആയിരിക്കും. ഫിനൈൽ അലാനിൻ ആൻഡ് ഗ്ലൈസിൻ റിച്ച്. സോ ന്യൂക്ലിയോപോറിൻസ് 3 ടൈപ്പ് ഉണ്ട്. സ്ട്രക്ചറൽ, മെംബ്രെയിൻ ആൻഡ് FG റിച്ച്. അതിൻ്റെ പൊസിഷൻസ് ഓർത്തിരിക്കുക. ദെൻ സ്ട്രക്ചറൽ ന്യൂക്ലിയോപോറിൻസ് ആണ് വൈ കോംപ്ലക്സ് ഫോം ചെയ്യുന്നതെന്നും ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, ദ വൈ കോംപ്ലക്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ വായിക്കേണ്ടല്ലോ. ഏതാണ്
Answer is structural nucleoporins. Option C, structural nucleoporins. The Y complex is made up of structural nucleoporins. Next one, the nucleus was first described by ആരാണ് ന്യൂക്ലിയസിനെ ആദ്യം ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് കണ്ടുപിടിച്ചത് ആരാണ്? വിച്ച് ഈസ് റോബർട്ട് ബ്രൗൺ. ഓപ്ഷൻ എ, റോബർട്ട് ബ്രൗൺ. Next one, the nuclear membrane is in continuous connection with which organelle? Nuclear membrane is continuous. Nuclear membrane continuous ആയി കാണപ്പെടുന്നത് ഏത് ഓർഗനലിൻ്റെ മെംബ്രെയിൻ ആണെന്നാണ്. ഏത് ഓർഗനലാണ്? വിച്ച് ഈസ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. വിച്ച് ഈസ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. Next one, what is the protein network that lines the inner side of the nuclear membrane called? Nuclear membrane, ഇതൊരു ന്യൂക്ലിയർ മെംബ്രെയിൻ, ഔട്ടർ ആൻഡ് ഇന്നർ ന്യൂക്ലിയർ മെംബ്രെയിൻ. ഈ ഇന്നർ ന്യൂക്ലിയർ മെംബ്രെയിന് താഴെയായിട്ട് കാണപ്പെടുന്ന പ്രോട്ടീൻ നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ പ്രോട്ടീൻ നെറ്റ്വർക്ക് ഏതാണെന്നാണ്. ന്യൂക്ലിയോളസ് ആണോ? അല്ല. ന്യൂക്ലിയർ മെട്രിക്സ് ആണോ? അല്ല. ഈ ഫുൾ റീജിയൻ ആണ് ന്യൂക്ലിയർ മെട്രിക്സ്. ന്യൂക്ലിയർ പ്രോട്ടീൻസ് ആണോ? അല്ല. ആൻസർ ഏതാണ്? വിച്ച് ഈസ് ന്യൂക്ലിയർ ലാമിന. ആൻസർ ഈസ് ഓപ്ഷൻ സി, ന്യൂക്ലിയർ ലാമിന. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ നമ്പർ ഓഫ് ന്യൂക്ലിയർ പോർസ് ഡിപ്പെൻഡ്സ് ഓൺ ദ. ന്യൂക്ലിയസിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിനിലെ ന്യൂക്ലിയർ പോർസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യും? ടു ഡിപ്പെൻഡ് ഓൺ സൈസ് ഓഫ് ദ സെൽ. ശരിയാണ്. ദ ട്രാൻസ്ക്രിപ്ഷണൽ ആക്ടിവിറ്റി ഓഫ് ദ സെൽ, അതും റൈറ്റ് ആണ്. DNA കണ്ടന്റ് ഓഫ് ദ സെൽ, അതും കറക്റ്റ് ആണ്. സോ ആൻസർ ഏതായിരിക്കും? ദ നമ്പർ ഓഫ് ന്യൂക്ലിയർ പോർസ് ഡിപ്പെൻഡ് ഓൺ size of the cell, transcriptional activity of the cell, DNA content of the cell. So the answer is option D, all of these. Answer is option D, all of these. അടുത്ത ക്വസ്റ്റ്യൻ, ദ FG ന്യൂക്ലിയോപോറിൻസ് അല്ലേ, 3 ടൈപ്പ് ന്യൂക്ലിയോപോറിൻസ് ആയിരുന്നു. ഏതൊക്കെയാണ്? സ്ട്രക്ചറൽ ന്യൂക്ലിയോപോറിൻസ്, മെംബ്രെയിൻ ന്യൂക്ലിയോപോറിൻസ് ആൻഡ് FG ന്യൂക്ലിയോപോറിൻസ്. FG ന്യൂക്ലിയോപോറിൻസ് which line the channel of the nucleopore complex contain multiple repeats of short hydrophobic sequences that are rich in, ആ നെയിമിൽ തന്നെ ഉണ്ട് എന്താണ് അതിൽ കൂടുതലായിട്ട് കാണുന്നത്? വിച്ച് ഈസ് ഫിനൈലലാനിൻ ആൻഡ് ഗ്ലൈസിൻ. എന്താണ് ഓപ്ഷൻ നോക്കിക്കേ? ഓപ്ഷൻ എ ഫിനൈലലാനിൻ ആൻഡ് ഗ്ലൈസിൻ, ഓപ്ഷൻ ബി ഫിനൈലലാനിൻ ആൻഡ് ഗ്ലൂട്ടാമിക് ആസിഡ്, ഫ്രക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ്, ഫിനൈലലാനിൻ ആൻഡ് ഗ്ലൂട്ടാമിൻ. ആൻസർ ഏതാണ്? വിച്ച് ഈസ് ഓപ്ഷൻ എ ഫിനൈലലാനിൻ ആൻഡ് ഗ്ലൈസിൻ. ഇനി FG ന്യൂക്ലിയോപോറിൻ എന്ന് പറഞ്ഞാൽ എന്താണ് റിച്ച് ആയിട്ട് കാണുന്നത്? റിച്ച് ഇൻ ഫിനൈലലാനിൻ ആൻഡ് ഗ്ലൈസിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോങ്സ് ടു ന്യൂക്ലിയർ ബോഡീസ്? ന്യൂക്ലിയർ ബോഡീസിൽ വരുന്ന സ്ട്രക്ചേഴ്സ് ഏതാണ്? എന്താണ് ന്യൂക്ലിയർ ബോഡി? ന്യൂക്ലിയർ ബോഡീസ് ന്യൂക്ലിയസിനകത്ത് കാണുന്ന സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ന്യൂക്ലിയർ ബോഡീസ്. നമുക്കറിയാം സൈറ്റോപ്ലാസത്തിനകത്ത് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഓർഗനൽസ് അല്ലേ, അതെല്ലാം മെംബ്രെയിൻ ബൗണ്ട് ആയിരിക്കും. പക്ഷേ ന്യൂക്ലിയസിനകത്ത് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് പോസിബിൾ ആണോ? അല്ല. പകരം അതിൽ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതെല്ലാം ഓരോരോ ഡിഫറെൻറ്റ് പൊസിഷനിൽ അറേഞ്ച് ചെയ്യും. ആ അറേഞ്ച്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നത് പ്രോട്ടീൻ ഇൻട്രാക്ഷൻ ആയിരിക്കാം, പ്രോട്ടീൻ DNA ഇൻട്രാക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോട്ടീൻ RNA ഇൻട്രാക്ഷൻസ്. ഇതെല്ലാം കാരണം ഇങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ന്യൂക്ലിയസിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാനായിട്ട് പറ്റും ന്യൂക്ലിയോപ്ലാസത്തിൽ. സോ എന്താണ് ന്യൂക്ലിയർ ബോഡീസ്? ദേ ആർ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് seen within the nucleus or in the nucleoplasm. ന്യൂക്ലിയോപ്ലാസത്തിൽ കാണുന്ന ആ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ആണ് ന്യൂക്ലിയർ ബോഡീസ്. ന്യൂക്ലിയോളസ് ന്യൂക്ലിയർ ബോഡി ആണോ? അതെ. ന്യൂക്ലിയർ ലാമിന ന്യൂക്ലിയർ ബോഡി ആണോ? അല്ല. ഇന്നർ മെംബ്രെയിനിൻ്റെ തൊട്ട് താഴെ കാണുന്ന അല്ലെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന പ്രോട്ടീൻ നെറ്റ്വർക്കാണ് ന്യൂക്ലിയർ ലാമിന. ഇറ്റ് ഈസ് നോട്ട് എ ന്യൂക്ലിയർ ബോഡി. കാജൽ ബോഡി, PML ബോഡി, ഇതൊക്കെ എന്ത് തന്നെയാണ്? ന്യൂക്ലിയർ ബോഡീസ് ആണ്. സോ ആൻസർ ഏതായിരിക്കും? 1, 3 and 4. ഓപ്ഷൻ ഡി 1, 3 and 4. Answer is option D 1, 3 and 4. Next one, which of the following is the primary structural protein found in the extracellular matrix of animal tissues? എന്താണ് question? Which of the following is the primary structural protein found in the extracellular matrix of animal tissues? Extracellular matrix എന്നാണ് question വന്നിരിക്കുന്നത്.
അനിമൽ ടിഷ്യൂസിൻ്റെ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിൽ കാണപ്പെടുന്ന പ്രൈമറി സ്ട്രക്ചറൽ പ്രോട്ടീൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആൻസർ? ആക്റ്റിൻ, കൊളാജൻ, ഇലാസ്റ്റിൻ ആൻഡ് കെരാറ്റിൻ. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി കൊളാജൻ, വിച്ച് ഈസ് ദ primary structural protein found in the extracellular matrix of animal tissues. Answer is collagen. Next one, triple helix domain of collagen consists of amino acid sequences glycine XY, where X is usually. Collagen എന്ന് പറഞ്ഞാൽ കൊളാജൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഹെലിക്സ് ആണ്. അതിൽ ഓരോ ഹെലിക്സും ആൽഫ ഹെലിക്സ് ആണ്. ഓക്കെ, ആൽഫ ഹെലിക്സിന് 3 ഹെലിക്സ് ഇങ്ങനെ വൂണ്ട് ചെയ്തിട്ട് വൂണ്ടഡ് ഈച്ച് അതർ, അങ്ങനെയാണ് ആ ട്രിപ്പിൾ ഹെലിക്സ് ഫോം ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു പെർട്ടിക്കുലർ അമിനോ ആസിഡ് സീക്വൻസ് ഉണ്ടെന്നാണ് പറയുന്നത്, വിച്ച് ഈസ് ഗ്ലൈസിൻ XY. അതിൽ എക്സ് എന്ന് പറയുന്നത് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന്? പ്രോലിൻ, ഹൈഡ്രോക്സി പ്രോലിൻ, സിസ്റ്റിൻ ആൻഡ് ഹിസ്റ്റിഡിൻ. ഹിയർ എക്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് പ്രോലിൻ. എക്സ് ഈസ് പ്രോലിൻ ആൻഡ് വൈ ഈസ് ദ ഹൈഡ്രോക്സി പ്രോലിൻ. എക്സ് ഈസ് പ്രോലിൻ ആൻഡ് വൈ ഈസ് ദ ഹൈഡ്രോക്സി പ്രോലിൻ. Name the coenzyme required for the hydroxylation of lysine and proline of the collagen. ആ ട്രിപ്പിൾ ഹെലിക്സിൽ ഇപ്പോൾ ഗ്ലൈസിൻ XY എന്ന് പറഞ്ഞു, ഇതിൽ എക്സ് പ്രോലിൻ ആണെന്ന് പറഞ്ഞു. then ഇത് കൂടാണ്ട് ലൈസിൻ ഡിഫറെൻറ്റ് അമിനോ ആസിഡ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. then ഇതിന് ഹൈഡ്രോക്സിലേഷൻ നടക്കുന്നുണ്ട്, ഹൈഡ്രോക്സിലേഷൻ. അങ്ങനെ ഹൈഡ്രോക്സിലേഷൻ ആണ് ഹൈഡ്രോക്സി പ്രോലിനും ഹൈഡ്രോക്സി ലൈസിനും ഒക്കെ ഫോം ചെയ്യും, അതായത് OH ഗ്രൂപ്പിൻ്റെ അഡീഷൻ. ഈ ഹൈഡ്രോക്സിലേഷന് ഹെൽപ്പ് ചെയ്യുന്നത്, ഹൈഡ്രോക്സിലേഷന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു കോ എൻസൈമായിട്ട് ആക്ട് ചെയ്യും ഒരു വൈറ്റമിനാണ്, വിച്ച് ഈസ് വൈറ്റമിൻ സി. ആൻസർ ഈസ് വൈറ്റമിൻ സി. ഇവിടെ ആൻസർ തെറ്റാണ് തന്നിരിക്കുന്നത്. ആൻസർ ഈസ് വൈറ്റമിൻ സി, അസ്കോർബിക് ആസിഡ്. അതിലാണ് അസ്കോർബിക് ആസിഡ് ആണ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ദ കോഎൻസൈം required for the hydroxylation of lysine and proline of collagen. ഇതാണ് കോഎൻസൈം വിച്ച് ഈസ് വൈറ്റമിൻ സി ഓർ അസ്കോർബിക് ആസിഡ്. നമുക്കറിയാം വൈറ്റമിൻ സി കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അസുഖം ഉണ്ടാവുന്നത്? വിച്ച് ഈസ് സ്കർവി. വൈറ്റമിൻ സി ഡെഫിഷ്യൻസി കാരണം സ്കർവി ഉണ്ടാവും. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. വൈറ്റമിൻ സി ഇല്ലാതായി എന്ത് സംഭവിക്കും? ഹൈഡ്രോക്സിലേഷൻ നടക്കോ? ഇല്ല. അപ്പോൾ ആ ബോൺ ടിഷ്യൂസിലൊക്കെയാണ് മെയിനായിട്ട് കാണുന്നത് അല്ലേ, അതിൻ്റെ സ്ട്രെങ്ത് കുറയും. അങ്ങനെയാണ് സ്കർവിയൊക്കെ ഉണ്ടാവുന്നത്, സ്കർവിയുടെ സിംറ്റംസ് ഒക്കെ അപ്പിയർ ആവുന്നത്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ കോഎൻസൈം റിക്വയർഡ് ഫോർ ദ ഹൈഡ്രോക്സിലേഷൻ ഓഫ് ലൈസിൻ ആൻഡ് പ്രോലിൻ ഓഫ് ദ കൊളാജൻ. ആൻസർ ഈസ് വൈറ്റമിൻ സി, ഓൾസോ നോൺ ആസ് ദ അസ്കോർബിക് ആസിഡ്. ഇതിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസോർഡർ ആണ് സ്കർവി. നെക്സ്റ്റ് വൺ, മോസ്റ്റ് അബണ്ടൻറ്റ് ടൈപ്പ് ഓഫ് കൊളാജൻ. ഡിഫറെൻറ്റ് ടൈപ്സ് കൊളാജൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൽ ഏറ്റവും അബണ്ടൻറ്റ് വൺ എന്ന് പറയുന്നത് ടൈപ്പ് 1 കൊളാജൻ ആണ്. ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന കൊളാജൻ ആണ് ടൈപ്പ് 1 കൊളാജൻ. നെക്സ്റ്റ് വൺ, വിച്ച് ഗ്ലൈക്കോപ്രോട്ടീൻ ഇൻ ദ എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സ് ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ സെൽ അഡ്ഹഷൻ ആൻഡ് സെൽ മൈഗ്രേഷൻ. സെൽ അഡ്ഹഷനും മൈഗ്രേഷനും ഹെൽപ്പ് ചെയ്യുന്ന എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സിൽ കാണപ്പെടുന്ന ഗ്ലൈക്കോപ്രോട്ടീൻ എന്താണ്? ഗ്ലൈക്കോപ്രോട്ടീൻ ഇൻ ദ എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സ്. ഗ്ലൈക്കോപ്രോട്ടീൻ ഇൻ ദ എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സ് റെസ്പോൺസിബിൾ ഫോർ സെൽ അഡ്ഹഷൻ ആൻഡ് മൈഗ്രേഷൻ. സെൽ അഡ്ഹഷനും മൈഗ്രേഷനും ഹെൽപ്പ് ചെയ്യുന്ന എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സിൽ കാണപ്പെടുന്ന ഗ്ലൈക്കോപ്രോട്ടീൻ. ഇവിടെ തന്നിരിക്കുന്നത് ലാമിനിൻ, ഫൈബ്രോനെക്റ്റിൻ, കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ ആണ്. ആൻസർ എന്ന് പറയുന്നത് ഫൈബ്രോനെക്റ്റിൻ. ഓപ്ഷൻ ബി ഫൈബ്രോനെക്റ്റിൻ ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സ് ഓഫ് ബോൺ ടിഷ്യൂ. ബോൺ ടിഷ്യൂവിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഫീച്ചറാണ്? ബോണിൽ ഏതാണ്? കൊളാജൻ ആണ്. സോ ആൻസർ ഏതായിരിക്കും? ഹൈ കൊളാജൻ കണ്ടന്റ്. ആൻസർ ഈസ് ഓപ്ഷൻ എ, ഹൈ കൊളാജൻ കണ്ടന്റ്. ഇലാസ്റ്റിൻ അല്ല, ഫൈബ്രോനെക്റ്റിൻ അല്ല, ഹൈലറോണിക് ആസിഡും അല്ല. ആൻസർ എന്ന് പറയുന്നത് ബോൺ ടിഷ്യൂസിൽ എന്താണ്? ബോൺ ടിഷ്യൂവിൻ്റെ എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സിൽ ഹൈ കൊളാജൻ ഈസ് പ്രസൻറ്റ്. നെക്സ്റ്റ് വൺ, ഫൈബ്രോനെക്റ്റിൻ ഈസ് കമ്പോസ്ഡ് ഓഫ്. ഫൈബ്രോനെക്റ്റിൻ 2 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ചേർന്നിട്ടാണ്. ഇങ്ങനെ 2 പോളിപെപ്റ്റൈഡ് ചെയിൻസ് അവ തമ്മിൽ ലിങ്ക് ചെയ്തിട്ട് ഡൈസൾഫൈഡ് ബോണ്ട് കാണാനായിട്ട് പറ്റും.
So fibronectin is composed of single polypeptide chain. ആണോ? അല്ല. 2 identical subunits joined by disulfide bond. 3 different subunit അല്ല. 4 identical subunit അല്ല. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി 2 identical subunits joined by disulfide bonds ആണ് ഫൈബ്രോനെക്റ്റിൻ എന്ന് പറയുന്നത്. ഫൈബ്രോനെക്റ്റിൻ. Next one, proteoglycans consist of a core protein and a long chain of. Proteoglycan നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ്? പ്രോട്ടിയോഗ്ലൈക്കൻ്റെ സ്ട്രക്ചർ അറിയോ? ഇങ്ങനൊരു കോർ പ്രോട്ടീൻ ഉണ്ടാവും. ദെൻ ആ കോർ പ്രോട്ടീനോട് കണക്ട് ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ആണ് കാണാനായിട്ട് പറ്റും. ഒലിഗോസാക്രൈഡ് സബ് യൂണിറ്റ്സ് കാണാനായിട്ട് പറ്റും. ആൻഡ് ദേ ആർ മെയിൻലി glycosaminoglycan. എന്താണ്? GAGs, glycosaminoglycan. So proteoglycan consists of a core proteins and a long chain of amino acids ആണോ? അല്ല. carbohydrates. glycosaminoglycan. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി glycosaminoglycan. നെക്സ്റ്റ് വൺ, സെൽ ജംഗ്ഷൻസ് ആർ അബണ്ടന്റ് ഇൻ. എവിടെയാണ് സെൽ ജംഗ്ഷൻസ് കൂടുതലായിട്ട് കാണുന്നത്? ലിവർ സെൽസ് അല്ലെങ്കിൽ ഹെപ്പാറ്റിക് സെൽസ്, കാർഡിയാക് സെൽസ്, എപ്പിത്തീലിയൽ സെൽസ്, പ്രോകാരിയോട്ടിക് സെൽസ്. എവിടെയാണ് കാണുക കൂടുതലായിട്ട്? സെൽ ജംഗ്ഷൻസ് ആർ അബണ്ടന്റ് ഇൻ എപ്പിത്തീലിയൽ സെൽസ്. നെക്സ്റ്റ് വൺ, വിച്ച് ടൈപ്പ് ഓഫ് ഫോളോയിങ് ഈസ് ദ ഹോമോഫിലിക് സെൽ അഡ്ഹഷൻ മോളിക്യൂൾ? സെൽ അഡ്ഹഷൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ സെൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ രണ്ട് സെൽസിനെ തമ്മിൽ അടുപ്പിച്ച് നിർത്താൻ, ആ സെൽ ബൈൻഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന മോളിക്യൂൾസിനെയാണ് നമ്മൾ സെൽ അഡ്ഹഷൻ മോളിക്യൂൾസ് എന്ന് വിളിക്കുക. അതിന് എക്സാമ്പിളാണ് കാതറിൻ, ഇൻറ്റഗ്രിൻ, സെലക്ടിൻസ്, IG സൂപ്പർ ഫാമിലി, ഇമ്മ്യൂണോഗ്ലോബുലിൻ സൂപ്പർ ഫാമിലി മെമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇതിൽ ഹോമോഫിലിക് സെൽ അഡ്ഹഷൻ മോളിക്യൂൾ, ഹോമോഫിലിക് അതായത് ആ പർട്ടിക്കുലർ ടൈപ്പ് CAM അതേ CAM സെയിം CAMുമായിട്ട് മാത്രം ലിങ്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ടൈപ്പിനെയാണ് നമ്മൾ ഹോമോഫിലിക് സെൽ അഡ്ഹഷൻ എന്ന് വിളിക്കുക. അതല്ല ഇപ്പോൾ കാതറിൻ ഇൻറ്റഗ്രിനുമായിട്ടാണ് ബൈൻഡ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നമ്മളതിനെ എന്താ വിളിക്കുക? ഹെട്രോഫിലിക് എന്ന് പറയും. ഒരു കാതറിൻ വേറൊരു കാതറിൻ മോളിക്യൂളാണ് ബൈൻഡ് ചെയ്യുക എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഹോമോഫിലിക് എന്ന് വിളിക്കും. സോ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹോമോഫിലിക് സെൽ അഡ്ഹഷൻ മോളിക്യൂൾ? ഇതാണ്. ദ ആൻസർ ഈസ് കാതറിൻസ്. ആൻസർ ഈസ് ഓപ്ഷൻ എ കാതറിൻസ്. നെക്സ്റ്റ് വൺ, പ്ലാന്റ് സെൽസ് അഡ്ഹെയർ ക്ലോസ്ലി ടു ഈച്ച് അതർ ആൻഡ് ആർ കണക്റ്റഡ് ത്രൂ. പ്ലാന്റ് സെൽസിനെ അടുത്തടുത്ത് നിർത്താനായിട്ട് അല്ലെങ്കിൽ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ഏതാണെന്ന്? വിച്ച് ഈസ് സ്റ്റൊമാറ്റ, പാരങ്കൈമ, സ്ട്രോമ ആൻഡ് പ്ലാസ്മോഡെസ്മേറ്റ. ആൻസർ ഏതാണ് വരിക? നമുക്ക് ഓപ്ഷനിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വിച്ച് ഈസ് പ്ലാസ്മോഡെസ്മേറ്റ. ഓപ്ഷൻ എ പ്ലാസ്മോഡെസ്മേറ്റ. ഇത് സെൽ മെംബ്രെയിനിൽ നിന്നല്ല ഫോം ചെയ്തിരിക്കുന്നത്, ഫ്രം ദ സെൽ വോൾ. നെക്സ്റ്റ് വൺ, ബൈൻഡിങ് ഓഫ് CAM on one cell to the same kind of CAM on the adjacent cell. ഇതാണ് CAM on one cell to the same kind of CAM. സെയിം CAM ആണ് അഡ്ജസൻറ്റ് സെല്ലുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്. സോ അതെന്താണ്? ഹോമോഫിലിക്. ഏതാണ് ആൻസർ വരിക? ഹോമോഫിലിക്. ഇപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഹോമോടൈപ്പിക് അഡ്ഹഷൻ, ഹെറ്ററോടൈപ്പിക് ആണ് ഇവിടെ ഓപ്ഷൻ വരേണ്ടത്. ഹെറ്ററോടൈപ്പിക് അഡ്ഹഷൻ, ഹോമോഫിലിക് ബൈൻഡിങ് ആൻഡ് ഹെട്രോഫിലിക് ബൈൻഡിങ്. ഹോമോടൈപ്പിക് അഡ്ഹഷൻ എന്ന് പറയുന്നത് രണ്ട് ഡിഫറെൻറ്റ് സെൽസ് തമ്മിൽ ബൈൻഡ് ചെയ്യാണ്. സെൽ 1ഉം സെൽ 2ഉം തമ്മിൽ ബൈൻഡ് ചെയ്യണേനെ അല്ല, സിമിലർ സെൽസ്. ഇപ്പോൾ സെൽ 1 എന്ന് പറയുന്നത് സെൽ 1ഉം ഉണ്ട്, വേറൊരു സെൽ 1ഉം ഉണ്ട്. അങ്ങനെ സിമിലർ സെൽസ് തമ്മിലുള്ള ബൈൻഡിങ് ആണെന്നുണ്ടെങ്കിൽ ഹോമോടൈപ്പിക് അഡ്ഹഷൻ എന്ന് പറയും. ദെൻ ഡിഫറെൻറ്റ് ടൈപ്പ് സെൽസ് C1 C2 ആയിട്ട് അല്ലെങ്കിൽ C3 ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ അഡ്ഹെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഹെറ്ററോടൈപ്പിക് അഡ്ഹഷൻ എന്ന് പറയും. ദെൻ സെയിം CAM മോളിക്യൂൾസ് തമ്മിലാണ് ലിങ്കേജ് എന്നുണ്ടെങ്കിൽ അതിനെ ഹോമോഫിലിക് എന്നും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ CAM 1 CAM 2 ആയിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്, CAM 2 എന്ന് പറഞ്ഞ ടൈപ്പുമായിട്ടാണ് ബൈൻഡ് ചെയ്യുക എന്നുണ്ടെങ്കിൽ അതിനെ ഹെട്രോഫിലിക് ബൈൻഡിങ് എന്ന് വിളിക്കും. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ബൈൻഡിങ് ഓഫ് എ CAM ഓൺ വൺ സെൽ ടു ദി സെയിം കൈൻഡ് ഓഫ് CAM എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ബൈൻഡിങ് ഈസ് ആൻസർ ഈസ് ഹോമോഫിലിക് ബൈൻഡിങ്. നെക്സ്റ്റ് വൺ, ഡെസ്മോസോംസ് ആൻഡ് ഹെമിഡെസ്മോസോംസ് ബിലോങ്സ് ടു. സെൽ ജംഗ്ഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മെയിൻലി 3 ടൈപ്പ് ജംഗ്ഷൻസ് ആണ് വരുന്നത്, സെൽ ജംഗ്ഷൻസ് ആണ് വരുന്നത്. ആങ്കറിംഗ് ജംഗ്ഷൻ, ഗ്യാപ്പ് ജംഗ്ഷൻ ആൻഡ് ടൈറ്റ് ജംഗ്ഷൻ. ഏതൊക്കെയാണ്?
anchoring junction, gap junctions and tight junctions. In addition, plants il കാണുന്ന ഒരു cell junction ആണ് plasmodesmata എന്ന് പറയുന്നത്. Then ഈ anchoring junctions different types ഉണ്ട്. They are adherence junction, desmosomes, hemidesmosomes and focal contacts എന്ന് പറയും. So ഇവിടെ desmosomes and hemidesmosomes belongs to anchoring junction. Answer C. Option C, anchoring junction. Next one, which of the following integrin subunit is primarily involved in binding to RGD sequences in the extracellular matrix? ഇവിടെ integrin എന്ന് പറയുന്നത് ഒരു സെൽ അഡ്ഹഷൻ മോളിക്യൂൾ ആണ്. അതിന് രണ്ട് സബ് യൂണിറ്റ് ആണുള്ളത്, ആൽഫ ആൻഡ് ബീറ്റ. എന്താണ് ആൽഫ ആൻഡ് ബീറ്റ എന്ന് പറഞ്ഞ രണ്ട് സബ് യൂണിറ്റ് ആണ് ഈ ഇൻ്റഗ്രിൻസിനുള്ളത്. ആൻഡ് വെൻ ദേ ആർ ഇൻ ഇനാക്റ്റീവ് സ്റ്റേറ്റ് ഇതിങ്ങനെ ബെൻഡ് ചെയ്തിട്ടായിരിക്കും കാണാനായിട്ട് പറ്റുക. ആൽഫ സബ് യൂണിറ്റ് അതുപോലെ തന്നെ ബീറ്റ സബ് യൂണിറ്റ് ബെൻഡ് ചെയ്തിട്ടായിരിക്കും കാണാനായിട്ട് പറ്റുക ഇൻ ദ ഇനാക്റ്റീവ് സ്റ്റേറ്റ് ആൻഡ് ദേ ആർ ക്ലോസ് ടുഗദർ. ആൻഡ് ഇൻ ദ ആക്റ്റീവ് സ്റ്റേറ്റ് എന്ത് സംഭവിക്കും? ഇത് രണ്ടും it will move upward in the active state. ആക്റ്റീവ് ആയിരിക്കും. ഇവിടെ ഒരു ടൈലിൻ മോളിക്യൂളൊക്കെ വന്ന് ബൈൻഡ് ചെയ്യും. അങ്ങനെ അത് സെപ്പറേറ്റഡ് ആവും. ഓക്കെ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ്റഗ്രിൻ subunit is primarily involved in the binding to RGD sequences in the extracellular matrix? എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സും ആയിട്ടുള്ള ബൈൻഡിങ്ങിൻ്റെ സെല്ലിനെ എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സിലോട്ട് ബൈൻഡ് ചെയ്യാനാണ് മെയിൻലി ഇൻ്റഗ്രിൻസ് ഹെൽപ്പ് ചെയ്യുക. സോ ഈ ആൽഫ ആൻഡ് ബീറ്റ സബ് യൂണിറ്റ്, ഇത് ആൽഫ സബ് യൂണിറ്റ്, ഇത് ബീറ്റ സബ് യൂണിറ്റ്, ഇതിൽ ഏത് സബ് യൂണിറ്റിലോട്ടാണ് RGD സീക്വൻസ്? എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സിൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ടല്ലോ, ഫൈബ്രോനെക്റ്റിൻ, ലാമിൻ, പ്രോട്ടിയോഗ്ലൈക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ സ്പെസിഫിക് സീക്വൻസസ് ആണ് RGD റിച്ച് റീജിയൻ ആണ് എവിടെ വന്ന് ബൈൻഡ് ചെയ്യാം? ഈ പറയുന്ന ഇൻ്റഗ്രിനിലോട്ട് ബൈൻഡ് ചെയ്യുക. അത് ഇൻ്റഗ്രിൻ്റെ ഏത് സബ് യൂണിറ്റിലാണ് ബൈൻഡ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ബൈൻഡ്സ് ടു ദി ബീറ്റ സബ് യൂണിറ്റ്. ഏത് സബ് യൂണിറ്റാണ്? ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ. ആൻസർ ഈസ് ബീറ്റ സബ് യൂണിറ്റ്. RGD സീക്വൻസ് ഉള്ള റീജിയൻസ് അല്ലെങ്കിൽ RGD റിച്ച് റീജിയൻസിന് മാത്രമാണ് എങ്ങോട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ബീറ്റ സബ് യൂണിറ്റിലോട്ട് വന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. RGD എന്ന് പറഞ്ഞാൽ ആർജിനിൻ, ഗ്ലൈസിൻ ആൻഡ് അസ്പാർട്ടിക് ആസിഡ്. RGD ആർജിനിൻ, ഗ്ലൈസിൻ ആൻഡ് അസ്പാർട്ടിക് ആസിഡ്. ഈ RGD സീക്വൻസസ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ RGD സീക്വൻസസ് വെച്ചിട്ട് ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, ബ്ലഡ് ക്ലോട്ടിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ RBCയുടെ സർഫസിൽ ഇതുപോലെ ഇൻ്റഗ്രിൻസ് ഉണ്ട്. RBCയുടെ സർഫസിലുള്ള ഇൻ്റഗ്രിൻസ്. ദെൻ ഈ RBCനെ എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സിലുമായിട്ട് ബൈൻഡ് ചെയ്യാനാണല്ലോ ഇൻ്റഗ്രിൻ്റെ ഫങ്ഷൻ. വേറൊരു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫൈബ്രോനെക്റ്റിൻസ് പ്രസൻ്റ് ആയിരിക്കും. ഫൈബ്രോനെക്റ്റിൻസ് പ്രസൻ്റ് ആയിരിക്കും. അതാണ് നെറ്റ്വർക്ക് ഫോമിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഫൈബ്രോനെക്റ്റിൻ എന്ന് പറയുന്നത് എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സ് പ്രോട്ടീനാണ്. ഓക്കെ. then ഈ ഫൈബ്രോനെക്റ്റിനിൽ RGD ബൈൻഡിങ് സീക്വൻസസ് പ്രസൻ്റ് ആയിരിക്കും. RGD ബൈൻഡിങ് സീക്വൻസസ് പ്രസൻ്റ് ആയിരിക്കും. സോ ഫൈബ്രോനെക്റ്റിൻ്റെ RGD ബൈൻഡിങ് സീക്വൻസ് എന്ത് സംഭവിക്കാം? ഇവിടെയുള്ള ബീറ്റ സബ് യൂണിറ്റിൽ ചെന്ന് ബൈൻഡ് ചെയ്യും. അതുപോലെ ഇവിടെ വേറെ RBC വരും. ഇങ്ങനെ ഫൈബ്രോനെക്റ്റിൻ വെച്ച് കണക്ട് ചെയ്ത് അങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നത്. പക്ഷേ ആർട്ടിഫിഷ്യൽ RGD പെപ്റ്റൈഡ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ RGDs പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ ഫൈബ്രോനെക്റ്റിന് RBCയുടെ സർഫസിലുള്ള ഇൻ്റഗ്രിനുമായിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. പകരം ആർട്ടിഫിഷ്യലി സപ്ലൈ ചെയ്ത, ഇതാണ് ആർട്ടിഫിഷ്യലി സപ്ലൈ ചെയ്ത RGD പെപ്റ്റൈഡ്സ് അല്ലെങ്കിൽ RGD സീക്വൻസസ് എന്ന് വിചാരിക്കാം. ഇത് നേരെ ചെന്ന് ഇവിടെയൊക്കെ ബൈൻഡ് ചെയ്തിരിക്കും. സോ ഫൈബ്രോനെക്റ്റിന് വന്ന് ബൈൻഡ് ചെയ്ത് അവിടെ നെറ്റ്വർക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ബ്ലഡ് ക്ലോട്ടിംഗ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ് ചെയ്യുന്ന RGD കൊണ്ട് പോസിബിൾ ആണ്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? RGD എവിടെയാണ് ബൈൻഡ് ചെയ്യുക? ബീറ്റ സബ് യൂണിറ്റ് ഓഫ് ദ ഇൻ്റഗ്രിൻ. നെക്സ്റ്റ് വൺ, integral membrane proteins play a major role in mediating cell-cell adhesion. Integral membrane proteins play a major role in mediating cell-cell adhesion. Cell adhesion help ചെയ്യുന്ന integral membrane proteins ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കാതറിൻസ്.
കാതറിൻസ്, ഇമ്മ്യൂണോഗ്ലോബുലിൻ സൂപ്പർ ഫാമിലി ആൻഡ് സി സെലക്റ്റിൻ. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബോവ് ആണ്. ദാറ്റ് ഈസ് കാതറിൻസ്, ഇമ്മ്യൂണോഗ്ലോബുലിൻ സൂപ്പർ ഫാമിലി, സെലക്റ്റിൻസ്. ഇതൊക്കെ എന്താണ്? ഇൻ്റഗ്രൽ മെംബ്രെയിൻ സെൽ അഡ്ഹഷന് ഹെൽപ്പ് ചെയ്യുന്ന ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് ആണ്. നെക്സ്റ്റ് വൺ, ഡൈവാലൻ കാറ്റയോൺ ഡിപ്പെൻഡൻറ്റ് CAM. എന്താണ് CAM എന്ന് പറഞ്ഞാൽ? സെൽ അഡ്ഹഷൻ മോളിക്യൂൾ. ഡൈവാലൻ കാറ്റയോൺസ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം, Mg2+, ഇങ്ങനെയുള്ള അയോൺസ്, ഡൈവാലൻറ്റ് അയോൺസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സെൽ അഡ്ഹഷൻ മോളിക്യൂൾസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. മെയിനായിട്ട് നമ്മൾ പഠിക്കുന്ന സെൽ അഡ്ഹഷൻ മോളിക്യൂൾസ് ആണ് ഇൻ്റഗ്രിൻസ്, ഇമ്മ്യൂണോഗ്ലോബുലിൻ സൂപ്പർ ഫാമിലി, സെലക്റ്റിൻസ് ആൻഡ് കാതറിൻസ്. 4 ടൈപ്പ് ക്യാംസ് ആണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. കാതറിൻസ്, സെലക്റ്റിൻസ്, ഇൻ്റഗ്രിൻസ് ആൻഡ് ഇമ്മ്യൂണോഗ്ലോബുലിൻ സൂപ്പർ ഫാമിലി. ഇതിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ സൂപ്പർ ഫാമിലി ഒഴികെയുള്ള 3 എണ്ണം, അതായത് ഇൻ്റഗ്രിൻസ്, സെലക്റ്റിൻസ്, കാതറിൻസ്, ഇതിൻ്റെയൊക്കെ ഫംഗ്ഷന് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ആക്ഷൻ എന്ന് പറയുന്നത് ഡൈവാലൻ കാറ്റയോൺ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഡൈവാലൻ കാറ്റയോൺ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. സോ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? എക്സെപ്റ്റ് IGSF 1, 3 and 4 വരും. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 1, 3 and 4. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കണ്ടിന്യൂവസ് ചാനൽ ഫോംഡ് ബൈ ദ സെൽ മെംബ്രെയിൻ? സെൽ മെംബ്രെയിൻ ഫോം ചെയ്യുന്ന കണ്ടിന്യൂവസ് ചാനൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ ഡെസ്മോസോം, പെറോക്സിസോം, ആനുലാർ ഷെല്ല്, ഇൻ്റഗ്രിൻസ്. ഇതിൽ സെൽ ജംഗ്ഷൻ ഏത് മാത്രമാണ്? ഡെസ്മോസോം. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ, ഡെസ്മോസോംസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെമിഡെസ്മോസോംസ് കണക്ട് സെൽസ് ടു വിച്ച് സ്ട്രക്ചർ? ഹെമിഡെസ്മോസോംസ് സെല്ലിനെ ഏത് സ്ട്രക്ചറായിട്ടായിരിക്കും കണക്ട് ചെയ്യാന്ന്? ഹെമിഡെസ്മോസോംസ് എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സുമായിട്ട് സെൽ മെട്രിക്സ് ഇൻട്രാക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന 2 സ്ട്രക്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ 2 ജംഗ്ഷൻസ് ആണ് ഹെമിഡെസ്മോസോംസും ഫോക്കൽ കോണ്ടാക്ട്സും. സോ ഇവിടെ ആൻസർ എന്താണ്? ഹെമിഡെസ്മോസോം കണക്ട് സെൽസ് ടു ദി എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സ്. Next one, which proteins are primarily involved in the formation of tight junctions? Tight junctions in the formation help ചെയ്യുന്ന പ്രോട്ടീൻസ് ഏതാണ്? ഇവിടെ കാതറിൻസ്, ഇൻ്റഗ്രിൻസ്. എന്താണ് കാതറിൻസ് ആൻഡ് ഇൻ്റഗ്രിൻസ് എന്ന് പറയുന്നത്? ക്യാംസ് ആണ്, സെൽ അഡ്ഹഷൻ മോളിക്യൂൾസ് ആണ്. ദെൻ ഇവിടെ എന്താ? ടൈറ്റ് ജംഗ്ഷനിൽ മാത്രം വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. കണക്സിൻസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്യാപ് ജംഗ്ഷൻ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, Claudins and occludins. Claudins and occludins are involved in the formation of tight junction. Tight junction. Connexins എവിടെയാണ്? ഗ്യാപ് ജംഗ്ഷൻസിലാണ് കണക്സിൻസ് ഓർ കണക്സോൺസ് ഒക്കെ വരുന്നത്. നെക്സ്റ്റ് വൺ, ഗ്യാപ് ജംഗ്ഷൻസ് ആർ കമ്പോസ്ഡ് ഓഫ് വിച്ച് പ്രോട്ടീൻ സബ്യൂണിറ്റ്സ്? ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ആൻസർ ഏതാണ്? ദേ ആർ കണക്സിൻസ്. ക്ലോഡിൻസ്, ഒക്ലൂഡിൻസ് എവിടെയാണ്? ടൈറ്റ് ജംഗ്ഷൻ. കാതറിൻസ് ക്യാം ആണ്, സെൽ അഡ്ഹഷൻ molecule. So gap junction ലാണ് connexins. Next one, what is the name of the tubular structure that run through the plasmodesmata? എന്തായിരുന്നു plasmodesmata എന്ന് പറഞ്ഞാൽ? plasmodesmata എന്ന് പറഞ്ഞാൽ എന്താണ്? It is the cell junction seen in the plants. പ്ലാന്റ്സിൽ കാണപ്പെടുന്ന സെൽ ജംഗ്ഷൻ എന്താണ് വിളിക്കുക? പ്ലാസ്മോഡെസ്മേറ്റ. ദെൻ ഈ പ്ലാസ്മോഡെസ്മേറ്റയുടെ ഉള്ളിലൂടെ പോകുന്ന അല്ലെങ്കിൽ സെൻട്രൽ പോർഷനിലൂടെ പോകുന്ന ട്യൂബുലാർ സ്ട്രക്ചറിനെ എന്താണ് വിളിക്കാനാണ് ചോദ്യം. which is a tubule called desmotubule. Answer ഏതാണ്? desmotubule. Desmotubule. Next question. Tight junctions are primarily found in which type of tissues? ഏത് ടൈപ്പ് ടിഷ്യൂസിലാണ് മെയിൻ ആയിട്ട് ടൈറ്റ് ജംഗ്ഷൻസ് കാണാന്ന്? ഏതാണ് ടൈറ്റ് ജംഗ്ഷൻ? ഏത് ടൈപ്പ് ടിഷ്യൂസിലാണ് കൂടുതലായിട്ട് കാണാനാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ഇൻ ദ എപ്പിത്തീലിയൽ ടിഷ്യൂസ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, എപ്പിത്തീലിയൽ ടിഷ്യൂസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ. താഴെ തന്നിരിക്കുന്നതിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇല്ലാത്തത് ഏതാണ്? സ്പേം സെൽസ്, RBC, B ഓൺലി, ബോത്ത് A and B. ഏതൊക്കെയാണ്? സ്പേം സെൽസിലും RBCയിലും നമുക്ക് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണാനായിട്ട് പറ്റില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ബോത്ത് A and B. എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സ്പേം സെൽസിലും കാണാനായിട്ട് പറ്റില്ല, RBCയിലും കാണാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് വൺ, ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് കണ്ടിന്യൂവസ് വിത്ത് വിച്ച് അതർ സെല്ലുലാർ സ്ട്രക്ചേഴ്സ്?
എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒരെണ്ണത്തിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞൊരു മെംബ്രെയിൻ സ്ട്രക്ചറിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണുന്നത്. വിച്ച് അത് ഏതാണ്, ആ ഓർഗനൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗോൾഗി അപ്പാരറ്റസ് ആണോ? അല്ല. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു എന്താണ് സൈറ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് എർഗിക്ക്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ്, അതിൽ നിന്ന് സിസ്പേസ് ഒക്കെ വരുന്നു. സോ അവിടെ കണ്ടിന്യൂവേഷൻ ഇല്ല. ദെൻ മൈറ്റോകോൺട്രിയ ഗോൾഗിയും കഴിഞ്ഞിട്ടാണ് വരുന്നത്. സോ അതുമല്ല. ദെൻ പ്ലാസ്മ മെംബ്രെയിൻ്റെ കണ്ടിന്യൂവേഷനോ അല്ല. ആൻസർ ഏതാണ്? വിച്ച് ഈസ് ന്യൂക്ലിയർ എൻവലപ്പ്. അതും ഏത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ്? മെയിൻലി RER ഈസ് ഇൻ കണ്ടിന്യൂസ് വിത്ത് ദ ന്യൂക്ലിയർ എൻവലപ്പ്. Next one, which type of endoplasmic reticulum is involved in protein synthesis? പ്രോട്ടീൻ സിന്തസിസിൽ ഇൻവോൾവ് ആയിട്ടുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. എവിടെയാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുക? റൈബോസോമിലാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുക. റൈബോസോംസ് നമുക്ക് എവിടെയൊക്കെ കാണാനായിട്ട് പറ്റും? ഫ്രീ റൈബോസോംസ് ആയിട്ട് സൈറ്റോസോളിലും കാണാനായിട്ട് പറ്റും. അതുപോലെ റൈബോസോംസ് അറ്റാച്ച് ടു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റൈബോസോംസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വിളിക്കാം. എന്താണ് വിളിക്കാം? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇങ്ങനെ അറ്റാച്ച്ഡ് റൈബോസോംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്രീറ്ററി പ്രോട്ടീൻസ്. എന്താണ് വിളിക്കുക? സെക്രീറ്ററി പ്രോട്ടീൻസ്. ആൻഡ് സൈറ്റോസോളിക് റൈബോസോംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് നോൺ സെക്രീറ്ററി പ്രോട്ടീൻസ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ടൈപ്പ് ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്? ആൻസർ ഏതായിരിക്കും? വിച്ച് ഈസ് RER, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് ട്രൂ? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് സ്റ്റഡഡ് വിത്ത് റൈബോസോംസ് ആണോ? HCR ഈസ് സ്റ്റഡഡ് വിത്ത് റൈബോസോം അല്ല. RER ഈസ് സ്റ്റഡഡ് വിത്ത് റൈബോസോം. ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻസ് ഇല്ല. റൈബോസോംസ് അറ്റാച്ച്ഡ് ആണെങ്കിൽ മാത്രമാണ് പ്രോട്ടീൻ സിന്തസിസിൽ ഇൻവോൾവ്മെന്റ് വരുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബി റോങ് ആണ്. ഇറ്റ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദ ഡീടോക്സിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് പോയിസൺസ്. അത് കറക്റ്റ് ആൻസർ ആണ്. ഇൻവോൾവ്ഡ് ഇൻ detoxification of drugs and poisons. And option D നോക്കാം. It is involved in the synthesis of nucleic acid. Nucleic acid synthesis സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നടക്കുമോ? ഇല്ല. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ഇറ്റ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദ detoxification of drugs and poisons. Next question, membrane bending proteins responsible for the high degree of curvature of tubules of HCR. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നോക്കിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ്? അതിൽ ഇങ്ങനെ ഒരുപാട് കർവ്സ് കാണാനായിട്ട് പറ്റും. സോ നമ്മുടെ ക്വസ്റ്റ്യൻ, മെംബ്രെയിൻ ബെൻഡിങ് പ്രോട്ടീൻസ് റെസ്പോൺസിബിൾ ഫോർ ഹൈ ഡിഗ്രി ഓഫ് കർവേച്ചർ ഓഫ് ട്യൂബിൾസ്. ഇവിടെ ഈ ട്യൂബിൾസിൻ്റെ കർവേച്ചർ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആകുമ്പോഴേക്കും ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ട്യൂബുലാർ അപ്പിയറൻസ് വരും. ഈ ട്യൂബിൾസിൻ്റെ ഹൈലി കർവ്ഡ് സ്ട്രക്ചറിന് കാരണം അവിടെയുള്ള മെംബ്രെയിൻ ബെൻഡിങ് പ്രോട്ടീൻസ് ആണ്. അത് ഏത് മെംബ്രെയിൻ ബെൻഡിങ് പ്രോട്ടീൻസ് ആണ് ഈ കർവേച്ചറിന് കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റെറ്റിക്കുലോൺസ് ആണ്. ആൻസർ ഈസ് റെറ്റിക്കുലോൺസ്. ഇവിടെ തന്നിരിക്കുന്നത് ഇൻ്റഗ്രിൻസ് അല്ല, ട്യൂബുലിൻസ് അല്ല. ഓപ്ഷൻ സി റെറ്റിക്കുലോൺസ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണ്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി റെറ്റിക്കുലോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഹൈ ഡിഗ്രി ഓഫ് കർവേച്ചർ ഓഫ് ദ ട്യൂബിൾസ് ഓഫ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. Next one, the process of co-translational translocation ensures that proteins are ER co-translational translocation ആണ് നടക്കുന്നത്. അതെന്താണ് ഈ co-translational translocation? Co-translational translocation എന്താണ്? ട്രാൻസ്ലേഷൻ്റെ സമയത്ത് തന്നെ ട്രാൻസ്ലൊക്കേഷനും നടക്കുന്നുണ്ട്. സോ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഫുള്ളി സിന്തസൈസ്ഡ് ബിഫോർ എൻട്രിങ് ഇൻ ടു ദ ER.
എവിടെയാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്? RBC. സോ RBCയിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കുമ്പോൾ തന്നെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാ? ERലോട്ട് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യപ്പെടും. അതാണ് കോ ട്രാൻസ്ലേഷണൽ ട്രാൻസ്ലൊക്കേഷൻ. protein is translocated into the lumen of ER while translation is in progress. ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ ER ലൂമനിലോട്ട് സിന്തസൈസ് ചെയ്യുന്ന പ്രോട്ടീൻസിനെ റിലീസ് ചെയ്യുന്നതിനെയാണ് കോ ട്രാൻസ്ലേഷണൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ ഫുള്ളി സിന്തസൈസ്ഡ് ബിഫോർ എൻ്ററിങ് ദ ER അല്ല, പാർഷ്യലി സിന്തസൈസ്ഡ് ആൻഡ് ദെൻ ട്രാൻസ്പോർട്ടഡ് ടു ദ ER അങ്ങനെയും പറയാനായിട്ട് പറ്റില്ല. സിന്തസൈസ്ഡ് ആൻഡ് ട്രാൻസ്ലൊക്കേറ്റഡ് സൈമിൾട്ടേനിയസ്ലി, സിന്തസൈസ്ഡ് ഇൻ ദ സൈറ്റോപ്ലാസം ദെൻ ഇമ്പോർട്ടഡ് ഇൻ ടു ദ ER. ഓപ്ഷൻ ഡിയും വരില്ല. ആൻസർ എന്താണ്? ഓപ്ഷൻ സി, സിന്തസൈസ്ഡ് ആൻഡ് ട്രാൻസ്ലൊക്കേറ്റഡ് സൈമിൾട്ടേനിയസ്ലി. സിന്തസിസും ട്രാൻസ്ലൊക്കേഷനും ഒരുമിച്ച് അല്ലെങ്കിൽ സൈമിൾട്ടേനിയസ് ഇവൻറ്റ്സ് ആയിട്ടായിരിക്കും നടക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which molecules recognizes and binds to the signal sequences of a nascent protein during co-translational translocation? Question ഒന്നും കൂടി വായിക്കാം. Which molecules recognizes and binds the signal sequences of a nascent protein during co-translational translocation? ഇവിടെ പറയുന്നത് ഇതൊരു nascent പ്രോട്ടീൻ ആണ് എന്നുണ്ടെങ്കിൽ ഈ പ്രോട്ടീൻ്റെ ഫസ്റ്റ് എമർജിങ് പോർഷനിൽ ചില സിഗ്നൽ സീക്വൻസസ് ഉണ്ടാകും. ഈ സിഗ്നൽ സീക്വൻസസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ദീസ് സിഗ്നൽ സീക്വൻസസ് ആർ റെക്കഗ്നൈസ്ഡ് ബൈ സ്പെഷ്യലൈസ്ഡ് പ്രോട്ടീൻ കോൾഡ് SRP, സിഗ്നൽ റെക്കഗ്നിഷൻ പാർട്ടിക്കിൾ ഓർ സിഗ്നൽ റെക്കഗ്നിഷൻ പ്രോട്ടീൻ. സോ ആൻസർ ഏതാണ്? റൈബോസോംസ് ആണോ റെക്കഗ്നൈസ് ചെയ്യുന്നത്? അല്ല. tRNA അല്ല, DNA പോളിമറൈസസും അല്ല. ആൻസർ എന്ന് പറയുന്നത് സിഗ്നൽ റെക്കഗ്നിഷൻ പാർട്ടിക്കിൾ ഓർ SRP. ഈ SRP വന്ന് ഇതിലോട്ട് ബൈൻഡ് ചെയ്യും. ഇതിലോട്ട് നേസൻ പോളിപെപ്റ്റൈഡിലോട്ട് സിഗ്നൽ സീക്വൻസസിലോട്ടും അതുപോലെ തന്നെ ഇത് എന്തിനോട് അറ്റാച്ച് ചെയ്തിരിക്കുക? റൈബോസോം. ഇതിലോട്ടാണ് SRP ബൈൻഡ് ചെയ്യുക. ഈ SRP ആണ് ഇതിനെ വലിച്ചുകൊണ്ട് പോയി എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ മെംബ്രെയിനിൽ കാണപ്പെടുന്ന ട്രാൻസ്ലോക്കോൺ, എന്താണ് ട്രാൻസ്ലോക്കോൺ എന്ന് പറഞ്ഞ സ്പെസിഫിക് ചാനലുണ്ട്, ഇതിലോട്ട് വന്ന് ബൈൻഡ് ചെയ്യും. ഈ ബൈൻഡിങ് കാരണം അവിടെ പെട്ടെന്ന് തന്നെ ഒരു GTP ഹൈഡ്രോളിസിസ് നടക്കും. ആ GTP ഹൈഡ്രോളിസിസിൻ്റെ ഭാഗമായിട്ട് SRP പ്രോട്ടീൻസ് റിമൂവ് ആവും, പുറത്തോട്ട് മൂവ് ചെയ്യും. SRP റൈബോസോമും നേസൻ പോളിപെപ്റ്റൈഡ് ഈ ട്രാൻസ്ലോക്കോൺ വഴി മൂവ് ചെയ്യും. ട്രാൻസ്ലോക്കോൺ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പോർട്ടറാണ്. അതിനൊരു അവർ ഗ്ലാസിൻ്റെ ഷേപ്പൊക്കെയാണ് പറയുന്നത്. ഇതിന് ഇവിടെ ഒരു പ്ലഗ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാകും. ഈ സിഗ്നൽ സീക്വൻസസ് ഈ പ്ലഗിൽ ടച്ച് ചെയ്യുമ്പോഴായിരിക്കും ഈ ചാനൽ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് ഈ സീക്വൻസസിന് അകത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് ER ലൂമനിലോട്ട് മൂവ് ചെയ്യാനൊക്കെ പറ്റുന്നത്. സോ നേസൻ പോളിപെപ്റ്റൈഡിലെ സിഗ്നൽ സീക്വൻസസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ആരാണ്? signal recognition particle. This signal recognition particle binds to the signal sequences as well as the ribosome. Next question, what determines the location in a cell where a protein is synthesized? എവിടെയാണ് ആ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നതെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് ദ അമിനോ ടെർമിനൽ എൻഡ്. അമിനോ ടെർമിനൽ എൻഡിൽ പ്രോട്ടീൻ്റെ അമിനോ ടെർമിനൽ എൻഡിലുള്ള സീക്വൻസസ് ആണ് ഡിറ്റർമിൻ അല്ലെങ്കിൽ അത് നിർണ്ണയിക്കുക എവിടെയാണ് ഈ പ്രോട്ടീൻ സിന്തസിസ് നടക്കേണ്ടത്. ER ലൂമനിലാണോ അതല്ല ERൻ്റെ മെംബ്രെയിനിലാണോ എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് അമിനോ ടെർമിനസ് സീക്വൻസസ് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, അമിനോ ടെർമിനസ് സീക്വൻസസ്. നെക്സ്റ്റ് വൺ, ദ കൺസെൻസസ് സീക്വൻസസ് ഫോർ എൻലിങ്ക്ഡ് ഗ്ലൈക്കോസിലേഷൻ ഇൻ പ്രോട്ടീൻ. ഇവിടെ ഗ്ലൈക്കോസിലേഷൻ നടക്കുന്നുണ്ട്. ഗ്ലൈക്കോസിലേഷൻ എന്ന് പറഞ്ഞാൽ ഒളിഗോസാക്രൈഡ്സിലെ അഡീഷൻ നടക്കുന്നുണ്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ വെച്ച്. ആ അഡീഷൻ അല്ലെങ്കിൽ ആ ഗ്ലൈക്കോസിലേഷൻ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു ട്രാൻസ്ലോക്കോൺ വഴി മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സിഗ്നൽ സീക്വൻസസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ വൺസ് ട്രാൻസ്ലോക്കണിൽ കൂടെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ സിഗ്നൽ സീക്വൻസസിനെ സിഗ്നൽ പെപ്റ്റിഡേസ് എന്ന് പറയുന്ന എൻസൈം കട്ട് ചെയ്ത് കളയും. ദെൻ പ്രോട്ടീന് വരുന്നൊരു മോഡിഫിക്കേഷനാണ് ഗ്ലൈക്കോസിലേഷൻ എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് റെസിഡ്യൂസിനെ ആഡ് ചെയ്ത് കൊടുക്കും. ഈ ഗ്ലൈക്കോസിലേഷൻ നടക്കുക അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അഡീഷൻ നടക്കുന്നത് സ്പെഷ്യലൈസ്ഡ് സീക്വൻസസ് അതിനെയാണ് വിളിക്കുന്നത് അസ്പാർജിൻ. ആ സ്പെഷ്യലൈസ്ഡ് സീക്വൻസസ് ഒരു
consensus sequence, repeating units of asparagine, X, serine or threonine. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ, asparagine, X, serine or threonine. ഇതിലോട്ടായിരിക്കും ഗ്ലൈക്കോസിലേഷൻ പ്രോസസ്സ് നടക്കുക. നെക്സ്റ്റ് വൺ, associated degradation is a cellular process that targets misfolded proteins for the degradation in the once moved into the lumen. lumenil എത്തിക്കഴിയുമ്പോൾ പ്രോട്ടീൻ്റെ മോഡിഫിക്കേഷൻ നടക്കുന്നുണ്ട്. എന്തൊക്കെ മോഡിഫിക്കേഷനാണ്? ഗ്ലൈക്കോസിലേഷൻ നടക്കുന്നുണ്ട്. ദെൻ ഷാപ്രോൺസ് വരും. ഷാപ്രോൺസ് ഈ പ്രോട്ടീൻസിൻ്റെ ഫോൾഡിംഗ് ഒക്കെ പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യും. ദെൻ ഡൈസൾഫൈഡ് ലിങ്കേജസിൻ്റെ മോഡിഫിക്കേഷൻസ് ഒക്കെ നടക്കും. ദെൻ വൺസ് ഷാപ്രോൺസ് ചെക്ക് ചെയ്യാണ്, എന്താ ഇവിടെ ഫോൾഡിംഗ് ഒക്കെ പ്രോപ്പർ ആണോ അല്ലേന്നൊക്കെ ചെക്ക് ചെയ്യും. എന്നിട്ട് അവിടെയുള്ള പ്രോട്ടീൻ ഫോൾഡിങ് പ്രോപ്പർ അല്ല എന്ന് കണ്ടു കഴിയുമ്പോൾ അവിടെ അതിന് ഡിഗ്രഡേഷന് ടാർഗറ്റ് ചെയ്യും. അവിടെയുള്ള ഡിഗ്രഡേഷൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നടക്കുന്ന ഡിഗ്രഡേഷൻ ആയതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് അസോസിയേറ്റഡ് ഡിഗ്രഡേഷൻ. അസോസിയേറ്റഡ് ഡിഗ്രഡേഷൻ. അവിടെ എന്താ സംഭവിക്കുന്നത്? ദാറ്റ് പ്രോട്ടീൻ വിൽ ബി ടാർഗറ്റഡ്, ദാറ്റ് മിസ്ഫോൾഡഡ് പ്രോട്ടീൻ വിൽ ബി ടാർഗറ്റഡ് ഫോർ ഡിഗ്രഡേഷൻ ഇൻ ദ പ്രോട്ടിയാസോം കോംപ്ലക്സ് എന്നാണ് വിളിക്കുന്നത്. എവിടെയാണ്? പ്രോട്ടിയാസോം. ലൈസോസോമൽ ഡിഗ്രഡേഷൻ അല്ല, ഗോൾഗി അപ്പാരറ്റസിൽ ഡിഗ്രഡേഷൻ നടക്കില്ല, മൈറ്റോകോൺട്രിയയിലും നടക്കില്ല. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടിയാസോം. പ്രോട്ടിയാസോം ഡിഗ്രഡേഷൻ ആയിരിക്കും നടക്കുക. പ്രോട്ടിയാസോം കോംപ്ലക്സിൽ ഡിഗ്രഡേഷൻ നടക്കും, യുബിക്വിറ്റിലേഷൻ എന്നൊക്കെ പറയും. ആ പ്രോസസ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. സോ ഇത്ര ഓർത്തിരിക്കുക. അസോസിയേറ്റഡ് ഡിഗ്രഡേഷൻ പറഞ്ഞാൽ അവിടെ ഷാപ്രോൺസ്, ൽ വെച്ചിട്ട് ഷാപ്രോൺസ് വന്ന് ബൈൻഡ് ചെയ്ത് അവിടെയുള്ള പ്രോട്ടീൻസ്, നേസൻ പ്രോട്ടീൻസിൻ്റെ ഫോൾഡിങ് പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇഫ് പ്രോട്ടീൻ ഫോൾഡിങ് ഈസ് നോട്ട് ഗുഡ് ഓർ ഇംപ്രോപ്പർ, ഇറ്റ് വിൽ ടാർഗറ്റ് ടു ദി പ്രോട്ടിയാസോം കോംപ്ലക്സ് ഫോർ ഡിഗ്രഡേഷൻ. ഇത്ര ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ ഗോൾഗി അപ്പാരറ്റസ് ഇൻ ദ വെസിക്കുലർ ട്രാൻസ്പോർട്ട് പാത്വേ? വെസിക്കുലർ ട്രാൻസ്പോർട്ട് പാത്വേയിൽ ഗോൾഗി അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഫംഗ്ഷൻ? പ്രോട്ടീൻ സിന്തസിസ് ആണോ? അല്ല. ലിപ്പിഡ് ഡിഗ്രഡേഷൻ മെയിൻ ഫംഗ്ഷനായിട്ട് പറയാനായിട്ട് പറ്റില്ല. DNA റിപ്ലിക്കേഷൻ അതുമല്ല. ലിപ്പിഡ് ഡിഗ്രഡേഷൻ ഒക്കെ എവിടെ നടക്കുക? ലൈസോസോമിലാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, പ്രോട്ടീൻ മോഡിഫിക്കേഷൻ ആൻഡ് സോർട്ടിംഗ് ആണ് ഗോൾഗി അപ്പാരറ്റസിൽ നടക്കുക. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കറക്റ്റ് സീക്വൻസ് ഓഫ് വെസിക്കുലർ ട്രാൻസ്പോർട്ട് ഫ്രം ടു ഗോൾഗി? ടു ഗോൾഗി സെക്രട്ടറി വെസിക്കിളിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ കറക്റ്റ് സീക്വൻസ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ഗോൾഗി കോംപ്ലക്സിന് ഒരു സിസ് ഫേസും ഉണ്ട്, ഒരു ട്രാൻസ് ഫേസും ഉണ്ട്. ഒരു സിസ് ഫേസും ഉണ്ട്, ട്രാൻസ് ഫേസും ഉണ്ട്. സിസ് ഫേസ് ഈസ് ഓൾവേസ് പോയിന്റ് ടുവേർഡ്സ് എ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനോട് അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ അടുത്തോട്ട് തുറന്നിരിക്കുന്ന, നോക്കിക്കൊണ്ടിരിക്കുന്ന റീജിയനാണ് സിസ് ഫേസ് എന്ന് പറയുന്നത്. ട്രാൻസ് ഫേസ് വിച്ച് ഈസ് ദ എൻട്രി ഫേസ്. ആ സെക്രട്ടറി വെസിക്കിൾസ് ഗോൾഗിലോട്ട് കയറുന്നതാണ് സിസ് എന്ന് പറയുന്നത്. ആൻഡ് ട്രാൻസ് ഈസ് ദ എക്സിറ്റ് ഫേസ്. സോ എപ്പോഴും മൂവ്മെൻറ്റ് സിസ് ടു ട്രാൻസ് ആയിരിക്കും. സിസ് ടു ട്രാൻസ് മൂവ്മെൻ്റ് ആണ് സെക്രട്ടറി വെസിക്കിൾസ് കാണിക്കുക. നമുക്ക് നോക്കാം കറക്റ്റ് പാത്വേ. ട്രാൻസ് വരുമ്പോൾ തന്നെ ആ ഓപ്ഷൻ റോങ് ആണ്. ടു സിസ് ഗോൾഗി, മീഡിയൽ ഗോൾഗി ആൻഡ് ട്രാൻസ് ഗോൾഗി. ടു മീഡിയൽ, സിസ് ട്രാൻസ്, ടു ട്രാൻസ്. ഓക്കെ, ഇങ്ങനെയാണ്. ആദ്യം സിസ് വരും, ദെൻ മീഡിയൽ ഗോൾഗി അല്ലെങ്കിൽ മീഡിയൽ സിസ്റ്റേണ്, അത് കഴിഞ്ഞിട്ടാണ് ട്രാൻസ് സിസ്റ്റേണ് വരിക. സോ ആൻസർ ഈസ് ദെൻ സിസ് ഗോൾഗി, മീഡിയൽ ഗോൾഗി ആൻഡ് ട്രാൻസ് ഗോൾഗി. Next question, which of the following proteins is responsible for the retrograde transport from the Golgi back to the ഇവിടെ ഗോൾഗിയിലെ ട്രാൻസ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ട്രാൻസ്പോർട്ട് ഉണ്ട്. വൺ ഈസ് റിട്രോഗ്രേഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ആൻഡ്രോഗ്രേഡ്. റിട്രോഗ്രേഡ് ആൻഡ് ആൻഡ്രോഗ്രേഡ് ട്രാൻസ്പോർട്ട്. നമുക്കറിയാം ൽ പ്രോട്ടീൻ ഫോം ചെയ്തു, ൽ നിന്ന് വെസിക്കിൾസ് ബഡ് ഓഫ് ചെയ്ത് എക്സിറ്റ് സൈറ്റിൽ കൂടെ അത് എങ്ങോട്ട് എത്തും? എർഗിക്ക് ഗോൾഗി ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സിലെത്തും. ദെൻ അവിടെ നിന്ന് അത് സിസ് ഗോൾഗി നെറ്റ്വർക്ക് വഴി സിസ് ഗോൾഗിയിലോട്ടെത്തും. ദെൻ അവിടെ നിന്ന് ട്രാൻസ് ഗോൾഗിയിലോട്ടെത്തും ത്രൂ മീഡിയൽ ഗോൾഗിയാണ്. ദെൻ ട്രാൻസ് ഗോൾഗി നെറ്റ്വർക്ക് വഴി റിലീസ് ഔട്ട്.
റിലീസ് ഔട്ട്. ഓക്കെ, ഇതാണ് ശരിക്കും പാത്ത് വേ എന്ന് പറയുന്നത്. ER, എർഗിക്, സിസ് ഗോൾഗി നെറ്റ്വർക്ക്, സിസ് ഗോൾഗി ടു മീഡിയൽ ഗോൾഗി, ദെൻ ടു ട്രാൻസ് ഗോൾഗി, അവിടെ നിന്ന് ട്രാൻസ് ഗോൾഗി നെറ്റ്വർക്ക് അവിടെ നിന്ന് റിലീസ് ചെയ്യും. ഇതാണ് ആൻഡ്രോഗ്രേഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഗോൾഗി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇതുപോലെ സ്റ്റാക്സ് ആയിട്ട് ഫ്ലാറ്റൻഡ് സ്റ്റാക്സ് കോൾഡ് സിസ്റ്റേർണി ആയിട്ടായിരിക്കും കാണാനായിട്ട് പറ്റുക. സോ ഒരു സിസ്റ്റേർണിലെത്തും, അവിടെ നിന്ന് ബഡ് ഓഫ് ചെയ്തിട്ടായിരിക്കും അടുത്തതിലേക്ക് മൂവ് ചെയ്യുക. ഇങ്ങനെ പാത്ത് വേ പോകുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ER ടു ഗോൾഗി, ട്രാൻസ് ഗോൾഗി, സിസ് ഗോൾഗി ടു ട്രാൻസ് ഗോൾഗി, ദെൻ അതവിടെ എങ്ങോട്ട് പോകും? എയ്തർ ലൈസോസോം ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനിലോട്ടൊക്കെ മൂവ് ചെയ്യും. ആ സോർട്ടിങ് TGN നടക്കും, ട്രാൻസ് ഗോൾഗി നെറ്റ്വർക്കിൽ വെച്ച് നടക്കും. ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ടിനെയാണ് ആൻഡ്രോഗ്രേഡ് എന്ന് പറയുന്നത്. ഈ ആൻഡ്രോഗ്രേഡിൽ ആ വെസിക്കിൾസിനെ COP2 പ്രോട്ടീൻസ് വെച്ചിട്ടായിരിക്കും കോട്ട് ചെയ്യുക. COP2 വെച്ചിട്ടായിരിക്കും കോട്ട് ചെയ്യുക. ദെൻ ഈ ട്രാൻസ് ഗോൾഗി നെറ്റ്വർക്ക് വഴി പുറത്തെത്തി കഴിയുമ്പോൾ വീണ്ടും ചിലത് എന്താണ് തിരിച്ച് ERലോട്ട് വരേണ്ടതായിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ടാവും. റിവേഴ്സ് ബാക്ക് ടു ദി ER ഫോം ചെയ്ത് എവിടെയാണ് അവിടേക്ക് തന്നെ തിരിച്ചു വരണം. അതുകൊണ്ടാണ് അതിനെ റിട്രോഗ്രേഡ് എന്ന് വിളിക്കുന്നത്. എന്താണ് റിട്രോഗ്രേഡ് എന്ന് വിളിക്കുന്നത്? തിരിച്ച് ERലോട്ട് വരേണ്ട പ്രോട്ടീൻസ്. അങ്ങനെയുള്ള പ്രോട്ടീൻസ് ഐഡൻറ്റിഫൈ ചെയ്യണമല്ലോ സെൽസിന് അല്ലെങ്കിൽ ഗോൾഗിക്ക്. അതിനുവേണ്ടി ERലോട്ട് തിരിച്ചു വരേണ്ട പ്രോട്ടീൻസിനെ വേറൊരു സ്പെസിഫിക് പ്രോട്ടീൻസ് വെച്ചിട്ടായിരിക്കും കോട്ട് ചെയ്യുക, വിച്ച് ഈസ് COP1. സോ എന്താ സംഭവിക്കുക? ട്രാൻസ് ഗോൾഗി എത്തിക്കഴിയുമ്പോൾ ഇത് തിരിച്ച് ERലോട്ട് തിരിച്ചു വരും. ഇതിനെയാണ് റിട്രോഗ്രേഡ് ട്രാൻസ്പോർട്ട് എന്ന് വിളിക്കുക. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോട്ടീൻസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റിട്രോഗ്രേഡ് ട്രാൻസ്പോർട്ട്? ഏതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഈസ് COP1. ഇവിടെ ആൻസർ ഏതാണ്? ക്ലാദ്രിൻ, COP1, COP2, ഡൈനാമിൻ. അവർ ആൻസർ ഈസ് COP1. COP1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പ്രോട്ടീൻ കോഡ് ഈസ് ഇൻവോൾവ് ഇൻ വെസിക്കിൾ ഫോർമേഷൻ for transport from ER to the Golgi complex? ERൽ നിന്ന് ഗോൾഗി അപ്പാരറ്റസിലോട്ടുള്ള ട്രാൻസ്പോർട്ട്, അങ്ങനെയുള്ള വെസിക്കിൾസിനെ എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സെക്രട്ടറി സ്ട്രക്ചേഴ്സിലോട്ട് ലൈസോസോമിലോട്ടും പ്ലാസ്മ മെംബ്രെയിനിലോട്ടൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന വെസിക്കിൾസ് ഉണ്ട്. അതിനെ കോട്ട് ചെയ്യുന്നത് ഏത് പ്രോട്ടീൻസ് വെച്ചിട്ടാണെന്ന്? ഏത് വെച്ചിട്ടാണ്? വിച്ച് ഈസ് COP2. സോ ദ ആൻസർ ഈസ് COP2. ഇവിടെ ഏതാണ്? ദിസ് ഈസ് ആൻഡ്രോഗ്രേഡ് ട്രാൻസ്പോർട്ട്. ഏതാണിത്? ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ആൻഡ്രോഗ്രേഡ്. In andrograde transport, the vesicles are coated with COP2, and in retrograde, the vesicles are coated with COP1. ഓർത്തിരിക്കുക. Next one, what is the pH of a lysosome? ലൈസോസോംസ് എന്തായിരുന്നു? ദേ ആർ ദ സ്യൂസൈഡൽ ബാഗ്സ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? ഡിഗ്രഡേഷൻ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് ദ സെല്ലാണ് ലൈസോസോം. അവിടെ pH എങ്ങനെയാണെന്നാണ്. pH എങ്ങനെയാണ്? ലൈസോസോം ഹാവ് ആൻ അസിഡിക് pH and which is approximately 5. എത്രയാണ്? approximately 5. അസിഡിക് pH ആണ് ലൈസോസോംസിൽ കാണാനായിട്ട് പറ്റുക. Which lysosomal storage disease is characterized by the accumulation of glucose cerebrosides in the macrophages? So ഇതിൻ്റെ ആൻസർ കണ്ടെത്തും മുമ്പ് നമുക്കറിയണം എന്താണ് ലൈസോസോമൽ സ്റ്റോറേജ് ഡിസീസ്. ലൈസോസോംസ് എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രഡേറ്റീവ് ബാഗ്സ് ആണ്. ഡിഗ്രഡേഷൻ നടക്കുന്ന സൈറ്റ് ഓഫ് ഡിഗ്രഡേഷൻ ആണ് ലൈസോസോം. ആ ലൈസോസോമിനകത്ത് ഒരുപാട് ആസിഡ് ഹൈഡ്രോളൈസസ് ഉണ്ട്. ആസിഡ് ഹൈഡ്രോളൈസസ്, ഒരുപാട് ആസിഡ് ഹൈഡ്രോളൈസസ്, അതായത് ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ അറൗണ്ട് 50 എൻസൈംസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ എൻസൈംസ് ഒക്കെ എന്താണ്? പ്രോട്ടീൻസ് ആണ്. സോ ആ പ്രോട്ടീൻസിനൊക്കെ കോഡ് ചെയ്യുന്ന സ്പെസിഫിക് ജീൻസും കാണാനായിട്ട് പറ്റും അല്ലേ? വൺസ് ഈ ജീൻസിന് ഏതെങ്കിലും ജീൻസിന് മ്യൂട്ടേഷൻ നടന്നു കഴിയുമ്പോൾ ആ എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ നടക്കുമോ? ഇല്ല. ആ പർട്ടിക്കുലർ ആസിഡ് ഹൈഡ്രോലൈസ് പ്രൊഡ്യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ സബ്സ്റ്റൻസിൻ്റെ ഡിഗ്രഡേഷൻ നടക്കില്ല. ഗ്രാജുവലി അത് അക്യൂമുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതിൻ്റെ അക്യൂമുലേഷൻ, ആ പർട്ടിക്കുലർ സബ്സ്റ്റൻസ് അക്യൂമുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യപ്പെടാനായിട്ട് തുടങ്ങും സെല്ലിൽ. അങ്ങനെ വരുന്ന ഡിസോർഡേഴ്സിനെയാണ് ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡേഴ്സ്. ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസ് സെറിബ്രോസൈഡ്. അപ്പോൾ ഗ്ലൂക്കോസ് സെറിബ്രോസൈഡിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം സെറിബ്രോസിഡേസ് ആബ്സെൻ്റ് അല്ലെങ്കിൽ അതിന് മ്യൂട്ടേഷൻ നടന്നു എന്ന് സംഭവിക്കാം. എന്ത് സംഭവിക്കാം? ഫൈനലി ഗ്ലൂക്കോസ് സെറിബ്രോസൈഡ്
അക്യൂമുലേറ്റ് ചെയ്യും, ആ സെല്ലിനകത്ത് അക്യൂമുലേറ്റ് ചെയ്യും, അതങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അതൊരു ഡിസോർഡറിലോട്ട് എത്തും. അതിനെയാണ് നമ്മൾ ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡർ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഗ്ലൂക്കോസ് എറിബ്രോസൈഡിൻ്റെ അക്യൂമുലേഷൻ കാരണം, മാക്രോഫേജസിൽ ഗ്ലൂക്കോസ് എറിബ്രോസൈഡ്സിൻ്റെ അക്യൂമുലേഷൻ കാരണം ഉണ്ടാകുന്ന ഡിസീസാണ് ഗൗച്ചേഴ്സ് ഡിസീസ്. ഗൗച്ചേഴ്സ് ഡിസീസ്. ദെൻ ടൈസാക്സ്, നീമാൻ പിക്ക്, ഫാബ്രി എന്നൊക്കെ പറയുന്നത് ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡേഴ്സ് തന്നെയാണ്. ഓക്കെ, ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡേഴ്സിന് എക്സാമ്പിളാണ് ടൈസാക്സ്, ഗൗച്ചേഴ്സ്, നിമാൻ പിക്ക് ആൻഡ് ഫാബ്രി ഡിസീസ് എന്ന് പറയുന്നത്. ഇതിൽ ഗ്ലൂക്കോസ് എറിബ്രോസൈഡ്സിൻ്റെ അക്യുമുലേഷൻ കാരണം ഉണ്ടാകുന്നതാണ് ഗൗച്ചേഴ്സ് ഡിസീസ്. നെക്സ്റ്റ് വൺ, ഇൻസൈഡ് ദ സെൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ക്ലിയറൻസ് ഈസ് ബ്രോട്ട് അബൌട്ട് ബൈ. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ക്ലിയറൻസിന് ഹെൽപ്പ് ചെയ്യുന്നത്, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവാണ്. മിക്ക ഓക്സിഡേഷൻ റിയാക്ഷനിലും ഹൈഡ്രജൻ പെറോക്സൈഡ് ഫോം ചെയ്യുന്നുമുണ്ട്. സോ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ബോഡീനെ ക്ലിയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഏത് സ്ട്രക്ചറാണ്? ഏതാണ്? ആ പേരിൽ തന്നെയുണ്ട്, പെറോക്സൈഡ്. സോ ദ സ്ട്രക്ചർ ഈസ്, ഇത് ചെറിയ സ്ട്രക്ചറാണ് പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേ ആർ പെറോക്സിസോംസ്. ഇതാണ് പെറോക്സിസോം. പെറോക്സിസോം അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് കാറ്റലേസ്. നമുക്ക് ഓപ്ഷൻ നോക്കാം. പെറോക്സിസോം വിത്ത് എൻസൈം അമിനോ ഓക്സിഡേസ് അല്ല, അമിനോ ഓക്സിഡേസ് അല്ല, പെറോക്സിസോം ആണ്. ഗ്ലയോക്സിസോം അല്ല. ഗ്ലയോക്സിസോം എവിടെ മാത്രമേ കാണുള്ളൂ? ഗ്ലയോക്സിസോം പ്ലാന്റ്സിലും അതുപോലെ തന്നെ ഫിലമെന്റ്, ചെറിയ ഫിലമെന്റസ് ഫഞ്ചയിലുമാണ് കാണുക ഗ്ലയോക്സിസോം. സോ അതല്ല, പെറോക്സിസോം വിത്ത് എൻസൈം കാറ്റലേസ്. ആൻസർ ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ക്ലിയറൻസ് അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേഷൻ happens in the peroxisome with the help of enzyme called catalase. Next question, which cells in our body contain abundant peroxisome? ഈ തന്നിരിക്കുന്നതിൽ ഏത് സെൽസിലാണ് പെറോക്സിസോം കൂടുതലായിട്ട് കാണാൻ? ഇതിലാണ്, വിച്ച് ഈസ് ഇൻ ലിവർ സെൽസ്. ലിവർ സെൽസിലാണ് കൂടുതലായിട്ട് പെറോക്സിസോം കാണാനായിട്ട് സാധിക്കുക. നെക്സ്റ്റ് വൺ, in addition to plants, glyoxysomes are also found in certain microorganisms. Glyoxysomes എന്ന് പറയുന്നത് പെറോക്സിസോമിനോട് സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചർ അല്ലെങ്കിൽ ഓർഗനലാണ്. മെയിൻലി പ്ലാന്റ്സിലാണ് കാണുന്നത്. അത് കൂടാതെ പ്ലാന്റ്സിലല്ലാതെ വേറെ ഏതൊക്കെ ഓർഗാനിസത്തിലാണ്? ഓൾറെഡി ഡിസ്കസ് ചെയ്തോളൂ. ഇതിലാണ് ഫഞ്ചൈ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, ഫഞ്ചൈ. Next question, the glyoxylate cycle in glyoxysome allows plants to use stored lipids as an energy source during. ഗ്ലയോക്സിസോംസിലാണ് ഗ്ലയോക്സിലേറ്റ് സൈക്കിൾ നടക്കുന്നത്. ഈ ഗ്ലയോക്സിലേറ്റ് സൈക്കിളിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഈ ഗ്ലയോക്സിസോംസ് പ്ലാന്റ്സിൽ ജെർമിനേറ്റിംഗ് സീഡ്സിലൊക്കെയാണ് കൂടുതലായിട്ട് കാണുക. അവിടെ ഫാറ്റ് സ്റ്റോറേജ് ഉണ്ടല്ലോ, ആ ഫാറ്റിനെ ജെർമിനേഷൻ്റെ സമയത്ത് കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റാനായിട്ടാണ് ഗ്ലയോക്സിസോം ഹെൽപ്പ് ചെയ്യുന്നത്. ഈ കൺവേർഷനാണ് ഗ്ലയോക്സിലേറ്റ് സൈക്കിളിൽ വരുന്നത്. എന്ത് കൺവേർഷൻ? ലിപ്പിഡ്സ് അല്ലെങ്കിൽ ഫാറ്റ്സിനെ കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റാം. ഇവിടെ ക്വസ്റ്റ്യൻ, ദ ഗ്ലയോക്സിലേറ്റ് സൈക്കിൾ ഇൻ ഗ്ലയോക്സിസോം അലൗസ് പ്ലാന്റ്സ് ടു യൂസ് സ്റ്റോർഡ് ലിപ്പിഡ്സ് ആസ് ആൻ എനർജി സോഴ്സ് ഡ്യൂറിങ്. എപ്പോഴാണ്? സീഡ് ജെർമിനേഷൻ. ഏത് സമയത്താണ്? സീഡ് ജെർമിനേഷൻ്റെ സമയത്ത്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സീഡ് ജെർമിനേഷൻ. Next one, mitochondria contain their own DNA, which is, മൈറ്റോകോൺഡ്രിയയ്ക്കും ക്ലോറോപ്ലാസ്റ്റിനും സ്വന്തമായിട്ട് DNA ഉണ്ട്. ആ DNAയുടെ പ്രത്യേകത എന്താ? ദേ ആർ ലീനിയർ ആൻഡ് ഡബിൾ സ്റ്റാൻഡേർഡ് അല്ല, സർക്കുലർ ആൻഡ് ഡബിൾ സ്റ്റാൻഡേർഡ്. ലീനിയർ ആൻഡ് സിംഗിൾ സ്റ്റാൻഡേർഡ്, സർക്കുലർ ആൻഡ് സിംഗിൾ സ്റ്റാൻഡേർഡ്. എങ്ങനെയാണ് മൈറ്റോകോൺഡ്രിയയിലെ DNA? വിച്ച് ഈസ് സർക്കുലർ ആൻഡ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA. നെക്സ്റ്റ് വൺ, ദ എൻസൈം ATP സിന്തേസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ. ATP സിന്തേസ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ATP സിന്തേസ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതെവിടെയാണ് നടക്കുകയെന്ന് അല്ലെങ്കിൽ എവിടെയാണ് കാണുകയെന്ന്, ഏത് ഓർഗനലിലാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നടക്കുക? പവർ ഹൗസ് ഓഫ് ദ സെൽ അല്ലേ, മൈറ്റോകോൺഡ്രിയ. മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിനിലാണ് ATP സിന്തേസ് ഒക്കെ കാണുക. So answer is inner mitochondrial membrane. Option B, inner mitochondrial membrane. Next one, which of the following statement about mitochondrial DNA is true?
മൈറ്റോകോൺഡ്രിയൽ DNA കുറിച്ചുള്ള ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്ന്? ഇറ്റ് ഈസ് ഇൻഹെറിറ്റഡ് ഫ്രം ബോത്ത് പാരൻസ് ആണോ? അല്ല. എങ്ങനെയുള്ള ഇൻഹെറിറ്റൻസ് ആണ് മൈറ്റോകോൺഡ്രിയൽ DNA കാണിക്കുന്നത്? ഇറ്റ് ഈസ് മറ്റേണൽ ഇൻഹെറിറ്റൻസ്, അതായത് ഫ്രം മദർ ആണ് മൈറ്റോകോൺഡ്രിയൽ DNA ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ഇറ്റ് ഈസ് ഇൻഹെറിറ്റഡ് ഓൺലി ഫ്രം ദ മദർ. ഓപ്ഷൻ ബി, ഇറ്റ് ഈസ് ഇൻഹെറിറ്റഡ് ഓൺലി ഫ്രം ദ മദർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ മൈറ്റോകോൺഡ്രിയ UGA കോഡ്സ് ഫോർ DNA ഉണ്ടെന്നുണ്ട്, മൈറ്റോകോൺഡ്രിയൽ DNA ഉണ്ട്. സോ അപ്പോൾ ജനറ്റിക് കോഡ് അവിടെ കാണും അല്ലേ? നമുക്കറിയാം യൂണിവേഴ്സൽ ജനറ്റിക് കോഡ് അനുസരിച്ച് UGA എന്ന് പറയുന്നത് വിച്ച് ഈസ് എ സ്റ്റോപ്പ് കോഡോൺ ആണ്. UGA യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് കോഡ് അനുസരിച്ചിട്ട് UGA എന്താണ്? ഇൻ മോസ്റ്റ് ഓർഗാനിസം ഇറ്റ് കോഡ്സ് ഫോർ സ്റ്റോപ്പ് കോഡോൺ. ബട്ട് ഇൻ ദ കേസ് ഓഫ് മൈറ്റോകോൺഡ്രിയ ഇറ്റ് ഹാസ് എ ഡിഫറെൻറ്റ് ജനറ്റിക് കോഡ്. സോ UGA കോഡ് ഫോർ ട്രിപ്റ്റോഫാൻ. ഇതാണ് UGA കോഡ്സ് ഫോർ ട്രിപ്റ്റോഫാൻ ഇൻ മൈറ്റോകോൺഡ്രിയ. Next one, which of the following is a consequence of defective mitophagy? എന്താണ് മൈറ്റോഫാജി എന്ന് പറഞ്ഞാൽ? മൈറ്റോഫാജി is the autophagocytosis of the mitochondria. അതായത് മൈറ്റോകോൺഡ്രിയ ഫങ്ഷൻ ഒക്കെ പ്രോപ്പർ അല്ല എന്ന് വിചാരിക്കുക. അപ്പം എന്ത് പറ്റും? ഇത് ഡിഗ്രേഡ് ചെയ്ത് കളയണം. സോ മൈറ്റോകോൺഡ്രിയനെ ഫാഗോസോംസ് എന്ത് ചെയ്യും? എൻഗൾഫ് ചെയ്ത് മൈറ്റോഫാഗോസോംസ് ഫോം ചെയ്യും. ദെൻ ഈ മൈറ്റോഫാഗോസോംസ് ഫ്യൂസ് വിത്ത് ലൈസോസോം ആൻഡ് ഫോംസ് ഫാഗോലൈസോസോം. ദെൻ ആ ഫാഗോലൈസോസോമിനകത്ത് വെച്ച് മൈറ്റോകോൺഡ്രിയയുടെ ഡിഗ്രഡേഷൻ നടക്കും. വൺസ് ഈ മൈറ്റോഫാജി അല്ലെങ്കിൽ മൈറ്റോകോൺഡ്രിയൽ ഡിഗ്രഡേഷൻ പ്രോപ്പറായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എൻഹാൻസ്ഡ് സെൽ പ്രൊലിഫറേഷൻ ആണോ? അല്ല. ഇൻക്രീസ്ഡ് മൈറ്റോകോൺഡ്രിയൽ ബയോജനസിസ് അല്ല. അക്യൂമുലേഷൻ ഓഫ് ഡാമേജ്ഡ് മൈറ്റോകോൺഡ്രിയ അല്ലേ? ഡാമേജ്ഡ് മൈറ്റോകോൺഡ്രിയ ആ സെല്ലിൽ അക്യൂമുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് മൈറ്റോകോൺഡ്രിയ ആർ ബിലീവ്ഡ് ടു ഹാവ് ഒറിജിനേറ്റഡ് ഫ്രം. നമുക്കറിയാം ക്ലോറോപ്ലാസ്റ്റിനും മൈറ്റോകോൺഡ്രിയയ്ക്ക് എന്താണ് പ്രത്യേകത? ദേ ഹാവ് ദെയർ ഓൺ DNA ആൻഡ് എന്താണ് പറയുന്നത്? അതിൻ്റെ ഒരു പ്രോട്ടീൻ സിന്തറ്റിക് മെഷീനറിയും ഉണ്ട്. ചെറുതായിട്ടൊരു 10% അതിന് ആവശ്യമുള്ള പ്രോട്ടീൻ സിന്തസിസും ക്ലോറോപ്ലാസ്റ്റിലും മൈറ്റോകോൺഡ്രിയയ്ക്ക് അകത്ത് വെച്ച് തന്നെ നടക്കുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള റൈബോസോംസും പ്രസൻ്റ് ആണ്. ഇതിനവിടെയുള്ള DNA എന്ന് പറയുന്നത് സർക്കുലാർ ആൻഡ് ഡബിൾ സ്റ്റാൻഡേർഡ് ആണെന്ന് പറഞ്ഞു. സോ ഇതിനെ ബേസ് ചെയ്തിട്ടൊരു തിയറി അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തിസിസ് വന്നേക്കാം. എവല്യൂഷണറി ബേസിസിൽ ദേ ആർ എൻഡോസിംബയോട്ടിക് ഇൻ ഒറിജിൻ എന്ന് പറയും. എൻഡോസിംബയോട്ടിക് ഇൻ ഒറിജിൻ. മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത് പ്രീവിയസ്ലി ഒരു ഓക്സിഡേഷന് കഴിവുള്ള അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് കപ്പാസിറ്റി ഉള്ള ഒരു ബാക്ടീരിയനെ പ്രിമിറ്റീവ് സെൽസ്, ന്യൂക്ലിയസ് ഉള്ള പ്രിമിറ്റീവ് സെൽസ് എൻഗൾഫ് ചെയ്തെടുത്തു. അങ്ങനെ ആ മൈറ്റോകോൺഡ്രിയ വൺസ് ആ സെല്ലിനകത്ത് വന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ തിയറിയാണ് എൻഡോസിംബയോട്ടിക് തിയറി. സോ ഇവിടെ പറയുന്നത് എൻഡോസിംബയോട്ടിക് സയനോ ബാക്ടീരിയ എന്നാണ്. ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം എൻഡോസിംബയോട്ടിക് സയനോ ബാക്ടീരിയ. നെക്സ്റ്റ് വൺ, റൈബോസോംസ് ആർ കമ്പോസ്ഡ് ഓഫ്. റൈബോസോംസിന് 2 സബ് യൂണിറ്റ് ഉണ്ട്. ഒരു ലാർജർ പ്രൊക്കാരിയോട്ടിക് ആവട്ടെ യൂക്കാരിയോട്ട് ആവട്ടെ എന്തൊക്കെയുണ്ട്? ഒരു സ്മോളർ സബ് യൂണിറ്റും ഒരു ലാർജർ സബ് യൂണിറ്റും ഉണ്ട്. ഓരോ സബ് യൂണിറ്റും വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് rRNAs ആൻഡ് പ്രോട്ടീൻസ്. എന്താണ്? rRNAs ആൻഡ് പ്രോട്ടീൻസ്. സോ ഇവിടെ ആൻസർ എന്താണ്? റൈബോസോംസ് ആർ കമ്പോസ്ഡ് ഓഫ് DNA ആൻഡ് പ്രോട്ടീൻ അല്ല, ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻസ് അല്ല, കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻസ് അല്ല. ആൻസർ ഈസ് ഓപ്ഷൻ ബി, RNA ആൻഡ് പ്രോട്ടീൻസ്. RNA ആൻഡ് പ്രോട്ടീൻസ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് മൈറ്റോകോൺഡ്രിയ. മൈറ്റോകോൺഡ്രിയയുടെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ മൈറ്റോകോൺഡ്രിയ ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ ഉണ്ട്. അപ്പോപ്റ്റോസിസ് റെഗുലേഷൻ ഉണ്ട്. ഗ്ലൈക്കോളിസിസ് എവിടെയാണ് നടക്കുന്നത്? സൈറ്റോപ്ലാസത്തിലാണ്. സോ നോട്ട് എ ഫംഗ്ഷൻ ഓഫ് മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഗ്ലൈക്കോളിസിസ്. നെക്സ്റ്റ് വൺ, glyoxysomes are structurally similar to which other organelle found in eukaryotic cell? glyoxysomes plant cells നാണ് കാണുന്നത്. they are specialized peroxisomes എന്നാണ് പറഞ്ഞത്. സോ ഏതാണ് ആൻസർ വരിക? ക്ലോറോപ്ലാസ്റ്റ്, മൈറ്റോകോൺഡ്രിയ, പെറോക്സിസോം, ലൈസോസോം. ആൻസർ ഈസ് ഓപ്ഷൻ സി, peroxisome. glyoxysomes are structurally similar to peroxisomes found in the eukaryotic cell.
Next one, which protein accumulates on the outer mitochondrial membrane to initiate mitophagy? Once ആ മൈറ്റോകോൺഡ്രിയക്ക് ഡിഗ്രഡേഷൻ നടക്കണം, അതിൻ്റെ ഫങ്ഷൻ പ്രോപ്പർ അല്ല, സോ അതിനെ കാണിക്കാനായിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. ലൈസോസോംസിന് മനസ്സിലാവണം ഈ മൈറ്റോകോൺഡ്രിയ ഡാമേജ്ഡ് ആണ്, ഇറ്റ് ഷുഡ് ബി ഡിഗ്രേഡഡ് ഫ്രം ദ സെൽ. അങ്ങനെ കാണിക്കാനല്ല, ഹൈലൈറ്റ് ചെയ്യുന്ന ആ പ്രോട്ടീനെ വിളിക്കുന്ന പേരാണ് പിങ്ക് പാർക്കിൻസ് എന്നൊക്കെ പറയുന്നത്. ഈ പിങ്ക് പാർക്കിൻസ് ഒക്കെ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ പ്രസന്റ് ആയി കഴിഞ്ഞാൽ അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദാറ്റ് മൈറ്റോകോൺഡ്രിയ ഷുഡ് ബി ഡിഗ്രേഡഡ് ഇമ്മീഡിയറ്റ്ലി, ഇറ്റ് ഷുഡ് ബി അണ്ടർഗോ മൈറ്റോഫാജി. സോ നമ്മുടെ ക്വസ്റ്റ്യൻ, വിച്ച് പ്രോട്ടീൻ അക്യുമുലേറ്റ്സ് ഓൺ ദ ഔട്ടർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ ടു ഇനിഷ്യേറ്റ് മൈറ്റോഫാജി? ഏതാണ്? പിങ്ക് വൺ. ഏതാണ്? പിങ്ക് വൺ. പിങ്ക് വൺ. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു. എല്ലാവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മോളിക്യുലർ ബയോളജി റിലേറ്റഡ് MCQ ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ മോളിക്യുലർ ബയോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, മോളിക്യുലർ ബയോളജി റിലേറ്റഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഐഡന്റിഫൈ ദ റൈബോസ് കൺഫർമേഷൻ ഇൻ ദ ന്യൂക്ലിയോടൈഡ് ഷോൺ ബിലോ. ഏത് കൺഫർമേഷനിലാണ് നമ്മളുടെ ഷുഗർ മോളിക്യൂൾ അലൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, റൈബോസ് കൺഫർമേഷൻസ് മീൻസ് നമ്മുടെ ന്യൂക്ലിയോടൈഡ് പറയുന്ന സമയത്ത് ഏതൊക്കെ മോളിക്യൂൾസ് ഉണ്ടാവും? ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഷുഗർ മോളിക്യൂൾ ഉണ്ടാവും അല്ലേ? ഒരു ഷുഗർ മോളിക്യൂൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു നൈട്രജൻ ബേസ് ഉണ്ടാവും, ഒരു നൈട്രജൻ ബേസ് ഉണ്ടാവും, പിന്നെ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ദിസ് വി കോൾ ഇറ്റ് ആസ് ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡ്. ഈ ന്യൂക്ലിയോടൈഡിലെ ഷുഗറിന്റെ ഫോർമുല ഏതായിരിക്കും? ഷുഗർ എന്ന് പറയുന്നത് റൈബോ ഷുഗേഴ്സ് ആയിരിക്കും. റൈബോ ഷുഗർ ആയിരിക്കും. DNA ആണെങ്കിൽ ഡിയോക്സി റൈബോ ഷുഗർ, RNA ആണെങ്കിൽ റൈബോ ഷുഗേഴ്സ് ആയിരിക്കും. ഈ റൈബോ ഷുഗറിന്റെ കൺഫർമേഷൻ രണ്ട് രീതിയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, കൺഫർമേഷൻ രണ്ട് രീതിയിലാണ് കാണപ്പെടുന്നത്. ഒന്നില്ലെങ്കിൽ അത് C2' എൻഡോ കൺഫർമേഷൻ, C2' എൻഡോ കൺഫർമേഷൻ, അല്ലെങ്കിൽ C3' എൻഡോ കൺഫർമേഷനിലായിട്ട് കാണാം. ഷുഗറിന്റെ കൺഫർമേഷൻ സാധാരണ രണ്ട് രീതിയിലാണ് ഉണ്ടാവുക, C2' എൻഡോ കൺഫർമേഷൻ ഓർ C3' എൻഡോ കൺഫർമേഷൻസ്. ഇത് നോക്കുന്ന സമയത്ത് ഇതാണ് ഷുഗർ എന്ന് പറയുന്നത്. ഇത് ബേസ് ആൻഡ് ദ ന്യൂക്ലിയോടൈഡ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് സീറ്റ് അറ്റാച്ച്ഡ് ഇറ്റ്. ഈ 3' ആയിട്ടുള്ള കാർബൺ, ഷുഗറിന്റെ 3' ആയിട്ടുള്ള കാർബൺ 5' കാർബണുമായിട്ട് സെയിം പ്ലെയിനിലാണ് അലൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ C3' എൻഡോ കൺഫർമേഷൻ എന്ന് പറയും. C3' എൻഡോ കൺഫർമേഷൻ. ഷുഗറിന്റെ 3' കാർബൺ അതിന്റെ 5' കാർബണിന്റെ അതേ പ്ലെയിനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ C3' എൻഡോ കൺഫർമേഷൻ എന്ന് പറയും, ഓർ A കൺഫർമേഷൻ എന്ന് പറയും. ഇനി നമ്മളുടെ 2' കാർബൺ 5' കാർബണിന്റെ അതേ ലെവലിലാണ് അതേ പ്ലെയിനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ C2' എൻഡോ കൺഫർമേഷൻ എന്ന് പറയും. ഓക്കെ, 2' എൻഡോ കൺഫർമേഷൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ രണ്ട് തരത്തിലുള്ള കൺഫർമേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. C3' എൻഡോ കൺഫർമേഷനും ഉണ്ട്, C2' എൻഡോ കൺഫർമേഷനും ഉണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 3' എൻഡോ കൺഫർമേഷന്റെ സ്ട്രക്ചർ ആണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് C3' എൻഡോ കൺഫർമേഷൻ. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഡയഗ്രാം എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ ഏത് ടൈപ്പ് കൺഫർമേഷൻ ആണ് കാണിക്കുന്നത്? C3' എൻഡോ കൺഫർമേഷൻ ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് ദ ആൻസർ ഈസ് C3' എൻഡോ കൺഫർമേഷൻ എന്ന് പറയാൻ വേണ്ടി പറ്റും. ബാക്കി എല്ലാ ഓപ്ഷൻസും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി C. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CSIR നെറ്റ് സെപ്റ്റംബർ 22 ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ഓക്കെ, histone variants play important role in chromatin functions in mammalian cells. Which of the following statement is correct in the context of histone variants? Histone variantsമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് histone variants have been reported for H3 and H4 but not for H2A and H2B. First option. Second one is histone variants have been reported for H3, H4, H2A but not for H2B. Third option,
histone variants have been reported for H3, H4, H2b but not for H2a. Fourth option is histone variants have been reported for H3, H4, H2a and H2b. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? അപ്പോൾ അത് അറിയണമെങ്കിൽ നമ്മൾ ഹിസ്റ്റോണിനെ പറ്റിയിട്ട് പഠിക്കണം അല്ലേ? ഹിസ്റ്റോണിനെ പറ്റിയിട്ട് പഠിക്കണം. ഹിസ്റ്റോൺ എന്ന് പറയുന്ന സമയത്ത് യൂക്കാരിയോട്ടിക് ന്യൂക്ലിയർ DNA റാപ്പ് ചെയ്തിരിക്കുന്നത്, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ DNA റാപ്പ് ചെയ്തിരിക്കുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്? ഹിസ്റ്റോൺസ് യൂസ് ചെയ്തിട്ടാണ്. ഹിസ്റ്റോൺ മോളിക്യൂൾസ് യൂസ് ചെയ്തിട്ടാണ്. അതിൽ ഏതൊക്കെ ടൈപ്പ് ഹിസ്റ്റോൺ മോളിക്യൂൾസ് കാണപ്പെടുന്നുണ്ട്? രണ്ട് രീതിയിലാണ് ഹിസ്റ്റോൺ മോളിക്യൂൾസ് കാണപ്പെടുന്നത്. ഒന്ന് ഹിസ്റ്റോൺ കോർ പാർട്ടിക്കിൾ ആയിട്ടും അതേപോലെ തന്നെ ഒരു ലിങ്കർ ഹിസ്റ്റോണും നമുക്ക് കാണുന്നുണ്ട്. ഇതിലാണ് ആര് റാപ്പ് ചെയ്തിരിക്കുന്നുണ്ടാവുക? നമ്മുടെ DNA റാപ്പ് ചെയ്തിട്ടിരിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. ദിസ് വി കോൾ ഇറ്റ് ആസ് ന്യൂക്ലിയോസോം. അപ്പം ചോദ്യത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിൽ ഏതൊക്കെ ഹിസ്റ്റോൺ മോളിക്യൂൾസ് ആണ് യൂക്കാരിയോട്ടിന്റെ കേസിൽ കാണപ്പെടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സാധാരണ ഹിസ്റ്റോൺ മോളിക്യൂൾസ് കാണപ്പെടുന്നത് ഹിസ്റ്റോൺ ഒക്ടാമറിൽ കാണപ്പെടുന്ന ഹിസ്റ്റോൺ മോളിക്യൂൾസ് ആണ് ഏത്? H2A ഉണ്ട്, H2B ഉണ്ട്, H3 ഉണ്ട്, H4 ഉണ്ട്. ഇതിൻ്റെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഫോംസ് ഡബിൾ ആയിട്ടുള്ളത് ഏതിൽ പ്രസന്റ്? ടോട്ടൽ 8 എണ്ണം ഏതിൽ പ്രസന്റ് ആയിരിക്കും? 2 എണ്ണം വീതം. എല്ലാം 2 എണ്ണം വീതം പ്രസന്റ് ആയിരിക്കും ഏതില്? നമ്മുടെ ഹിസ്റ്റോൺ ഒക്ടാമറിൽ. ഇനി ലിങ്കർ ഹിസ്റ്റോൺ എന്ന് പറയുന്ന ഏതാ? H1. ഇത്രയും ഹിസ്റ്റോൺസ് എല്ലാ യൂക്കാരിയോട്ടിക് ജീൻസിലും പ്രസന്റ് ആയിരിക്കും. സോ H1 പ്രസന്റ് ആയിരിക്കും, H2A പ്രസന്റ് ആയിരിക്കും, H2B പ്രസന്റ് ആയിരിക്കും, H3 പ്രസന്റ് ആയിരിക്കും, H4 പ്രസന്റ് ആയിരിക്കും. സോ ദ ഓപ്ഷൻ എന്ന് പറയുന്നത് സി അല്ലേ? സി എന്താ പറയുന്നത്? അല്ല, സി അല്ല അല്ലെ? സി അല്ല പറയുന്നത്. ഡി ആണെങ്കിലോ? ഹിസ്റ്റോൺ വേരിയൻസ് ഹാവ് ബീൻ റിപ്പോർട്ടഡ് ഫോർ H3, H4, H2A and H2B. യെസ്, H3യും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, H4ഉം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, H2Aയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, H2Bയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസിലൊക്കെ എന്താ പറയുന്നത്? H3, H4 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, H2A, H2B റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് ഓപ്ഷൻ ശരിയാണോ? അത് തെറ്റാണ്. അങ്ങനെ ഒന്നുമില്ല, എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. H3, H4, H2A റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, H2B റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തെറ്റാണ്. ഓക്കെ, H3, H4, H2B റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, H2A റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതും ഓപ്ഷൻ തെറ്റാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ഓപ്ഷനാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് ഷുഗർ ഒക്കറിങ്ങിൻ്റെ ഷുഗർ കൺഫർമേഷൻ്റെ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പരിചയപ്പെട്ടത് ഹിസ്റ്റോൺ റിലേറ്റഡ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ദ ഇനീഷ്യേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഈസ് എ കോംപ്ലക്സ് പ്രോസസ് ഇൻവോൾവിംഗ് പ്രൊമോട്ടർ and the conversion of the initiation complex from closed to open form and abortive initiation events and finally promoter escape. The following statements are made regarding these steps in the transcription initiation. Transcription initiation ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ കുറച്ച് കഴിഞ്ഞിട്ട് പരിചയപ്പെടാം. ഇപ്പോൾ നമുക്ക് റെപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, which one of the following statements about the DNA replication is incorrect? DNA replication, molecular biology എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? റെപ്ലിക്കേഷൻ പഠിക്കാനുണ്ട്, ട്രാൻസ്ക്രിപ്ഷൻ പഠിക്കാനുണ്ട്, ട്രാൻസ്ലേഷൻ പഠിക്കാനുണ്ട് അല്ലേ? പ്രോക്യാരിയോട്ടിൻ്റെ പഠിക്കാനുണ്ട്, യൂക്യാരിയോട്ടിൻ്റെ പഠിക്കാനുണ്ട്, ജീനോം ഓർഗനൈസേഷനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. ഇത്രയും ഏരിയ ആണ് മോളിക്കുലാർ ബയോളജിയിൽ കവർ ആവുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണത് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ? പുതിയൊരു ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദ ജീനോം നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റെപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ DNA റെപ്ലിക്കേഷൻ ഈസ് കറക്റ്റ്? DNA റെപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഓക്കെ, ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിക്കണം. ഇൻകറക്റ്റ് ആണോ അല്ല കറക്റ്റ് ആണോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 2 or 3 തവണ വായിച്ചു ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ചില സമയത്ത് നമ്മൾ കറക്റ്റ് എന്ന് മാത്രമേ ശ്രദ്ധിക്കൂ, ചില സമയത്ത് നമ്മൾ ഇൻകറക്റ്റ് എന്ന് മാത്രമേ വായിച്ചു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഒന്നോ അതിലധികമോ തവണ വായിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻസിലേക്ക് നോക്കാൻ വേണ്ടി പോകാൻ പാടുള്ളൂ. ഓക്കെ, 4 ഓപ്ഷൻസും എന്തായാലും വായിച്ചിരിക്കണം. ഒരു ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ 4 ഓപ്ഷനിലൂടെയും കടന്നു പോകണം. ചിലപ്പം ഫസ്റ്റ് ഓപ്ഷനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അതിൻ്റെ 4ാമത്തെ ഓപ്ഷനിൽ കിട്ടിയെന്നിരിക്കും. ഓക്കെ, അതുകൊണ്ട് 4 ഓപ്ഷനിൽ കൂടിയും എല്ലാ ക്വസ്റ്റ്യൻസും വായിക്കുന്ന സമയത്തും കടന്നു പോകാം.
ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വൺസ് DNA replication commences, it always continues uninterrupted until the entire process is completed. DNA replication സ്റ്റാർട്ട് ചെയ്താൽ അത് അൺഇൻറ്ററപ്റ്റഡ് ആണ്. എന്ത് സംഭവിച്ചാലും, മ്യൂട്ടേഷൻ സംഭവിച്ചാലോ ഡാമേജ് സംഭവിച്ചാലോ ഒന്നും ഒരു മാറ്റം ഉണ്ടാവില്ല, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ, യൂക്കാരിയോട്ടിക് ജീനോം റെപ്ലിക്കേറ്റ് ഫ്രം മൾട്ടിപ്പിൾ ഒറിജിൻസ് ഓഫ് റെപ്ലിക്കേഷൻസ്. Multiple origins of replication. Eukaryotic genome replicates from multiple origins of replication. ആണോ? അതെ. യൂക്കാരിയോട്ടിക് ജീൻസിന്റെ റെപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് അവിടെ മൾട്ടിപ്പിൾസ് ഒറിജിൻസ് ഓഫ് റെപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. മൾട്ടിപ്പിൾ പൊസിഷൻസ്, കാരണം യൂക്കാരിയോട്ടിക് ജീനോമിന്റെ സൈസ് വളരെ വലുതാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ഒറിജിൻസ് ഓഫ് റെപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു DNA എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പൊസിഷൻ ഉണ്ടാവും, ഇവിടെ ഒരു ഒറി സൈറ്റ് ഉണ്ടാവും, ഇവിടെ ഒരു ഒറി സൈറ്റ് ഉണ്ടാവും, ഒറി 2 ആൻഡ് ഒറി 3. ഇങ്ങനെ മൾട്ടിപ്പിൾ റെപ്ലിക്കേഷൻ സൈറ്റ്സ്, ഏതിൻ്റെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റ്സ് ഏതിലുണ്ടാവും? യൂക്കാരിയോട്ടിക് ജീൻ ഉണ്ടാവും. അപ്പോൾ ആ ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാം, അല്ലേ? സെക്കൻഡ് ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ, എ കൺസെന്റ് സീക്വൻസ് ഫോർ ദ ഒറിജിൻ ഓഫ് DNA replication ഹാസ് ബീൻ ഐഡന്റിഫൈഡ്, ഹീസ് സക്കാറോമൈസസ് സർഫിയേസിയ. യെസ്, ശരിയാണ്. DNA റെപ്ലിക്കേഷൻസ് നടക്കുന്ന സമയത്ത് ഒരു കൺസെൻസ് ഓഫ് സീക്വൻസ് ഉണ്ട്. ഒറിസി സൈറ്റ്സിൽ 9mer 30mer 80 റിച്ച് ക്ലസ്റ്റർ എന്നെല്ലാം പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഒരു കൺസെൻസ് ഓഫ് സീക്വൻസ് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന സീക്വൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസെൻസ് ഓഫ് സീക്വൻസ്. കൂടുതൽ പ്രാവശ്യം കാണപ്പെടുന്ന ഒരു സീക്വൻസ്, അതിലാണ് മീൻ ചെയ്യുന്നത്. എല്ലാ ഓർഗാനിസത്തിലായിട്ട് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു സീക്വൻസ്, അതിനെയാണ് നമ്മൾ കൺസെൻസ് സീക്വൻസ് എന്നുകൊണ്ട് മെയിൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു കൺസെൻസ് സീക്വൻസ് പ്രസന്റ് ആണോ? യെസ്, ഒറിസി സൈറ്റുകളിലായിട്ട് പ്രസന്റ് ആണ്. അപ്പോൾ അതും ശരിയാണ്, ആ പോയിന്റും ശരിയാണ്. ലാസ്റ്റ് പോയിന്റ് ഈസ് ബോത്ത് ഫുള്ളി മീഥൈലേറ്റഡ് ആസ് വെൽ ആസ് നോൺ മീഥൈലേറ്റഡ് ഒറിസി ക്യാൻ ഇനീഷ്യേറ്റ് DNA replication while ഹെമി മീഥൈലേറ്റഡ് ഒറിസി cannot. അല്ലേ? ഹെമി മീഥൈലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്ന സമയത്ത്, പുതിയൊരു DNA റെപ്ലിക്കേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് എന്താ ചെയ്യുന്നുണ്ടാവുക? ഒരു ചെയിൻ പാരന്റ് സ്ട്രാൻഡിന്റെ ആയിരിക്കും, ഒരു ചെയിൻ ഡോട്ടർ സ്ട്രാൻഡിന്റെ ആയിരിക്കും, അല്ലേ? പാരന്റ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് മീഥൈലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കും, ഡോട്ടർ സ്ട്രാൻഡ് മീഥൈലേറ്റഡ് ആയിരിക്കില്ല. GATC സീക്വൻസുകളിൽ മീഥൈലേഷൻ ഉണ്ടായിരിക്കില്ല. പക്ഷേ പാരലൽ സ്ട്രാൻഡിലെ GATC എന്ന് പറയുന്ന അഡിനിൻ ന്യൂക്ലിയോടൈഡിലാണ് മീഥൈലേഷൻ സംഭവിക്കുന്നത്. GATC സീക്വൻസിൽ മീഥൈലേറ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം ഇതൊരു ഹെമി മീഥൈലായിട്ടുള്ള കണ്ടീഷനാണ്. ഹെമി മീഥൈലായിട്ടുള്ള കണ്ടീഷൻസ് എന്ത് ഫേവർ ചെയ്യുന്നില്ല? നെക്സ്റ്റ് റൗണ്ട് ഓഫ് റെപ്ലിക്കേഷന് ഫേവർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഓപ്ഷൻ എന്താണ്? കറക്റ്റ് ആണ്. സോ ദ റോങ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ദിസ് വൺ, എ ഓപ്ഷൻ ആണ് റോങ് ആൻസർ എന്ന് പറയുന്നത്. സോ ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? എ, അല്ലേ? കറക്റ്റ് ആൻസർ, ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ. ഇൻകറക്റ്റ് ഓപ്ഷനിൽ ചോദിച്ചിട്ടുള്ളത് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. മനസ്സിലായല്ലോ? ഇതാണ് DNA റെപ്ലിക്കേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. DNA റെപ്ലിക്കേഷന്റെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെൻപ. ഓക്കെ, സെൽ ബയോളജിയിൽ നമ്മൾ പരിചയപ്പെട്ടതാണ് സെൻപ. സെൻപ കണ്ടെയ്നിങ് ന്യൂക്ലിയോസോംസ് ആർ ഫൗണ്ട് അറ്റ് ദ സെൻട്രോമെറിക് റീജിയൻസ്. അല്ലേ? സെൻപ എവിടെയായിട്ടാണ് കാണപ്പെടുന്നത്? സെൻട്രോമെറിക് റീജിയനിലാണ്. ഒരു ക്രോമസോം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻട്രോമെറിക് റീജിയനിലായിരിക്കും സെൻപ എന്ന് പറയുന്ന ഹിസ്റ്റോൺ വേരിയന്റ് കാണപ്പെടുന്നത്. ഏതിൻ്റെ ഹിസ്റ്റോൺ വേരിയന്റ് ആണ് സെൻപ എന്ന് പറയുന്നത്? H3ന്റെ ഹിസ്റ്റോൺ വേരിയന്റിനെയാണ് നമ്മൾ സെൻപ എന്ന് മീൻ ചെയ്യുന്നത്. സെൻട്രോമെറിക് റീജിയനിൽ H3ക്ക് പകരം സെൻപ ആയിരിക്കും ഉണ്ടാവുക. ബാക്കി എല്ലാ റീജിയനിലും സെയിം ആയിരിക്കും. H3 H1 to H1 ഉണ്ടാവും, H2A ഉണ്ടാവും, H2B ഉണ്ടാവും, H3 ഉണ്ടാവും, അല്ലേ? H4 ഉണ്ടാവും. ഇതെല്ലാം ബാക്കി എല്ലാ റീജിയനിലും ഇവിടെയൊക്കെ സെയിം ആയിരിക്കും. H1 ഉണ്ടാവും, H2A, H2B, H3, H4 ഉണ്ടാവും. പക്ഷേ സെൻട്രോമെറിക് റീജിയൻ വരുന്ന സമയത്ത് അവിടെ ഏതായിരിക്കും? സെൻപ ആയിരിക്കും പ്രസന്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? സെൻപ കണ്ടെയ്നിങ് ന്യൂക്ലിയോസോംസ് ആർ ഫൗണ്ട് അറ്റ് ദ സെൻട്രോമെറിക് റീജിയൻ ഓഫ് ദ ക്രോമസോംസ്. സെൻപ ഈസ് എ വേരിയന്റ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹിസ്റ്റോൺസ്? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഏതിന്റെ വേരിയന്റ്? H3ന്റെ വേരിയന്റ് ആണ്, അല്ലേ? ഫസ്റ്റ് ഓപ്ഷൻ H1 അല്ല. സെക്കൻഡ് ഓപ്ഷൻ H2A ആണോ? അല്ല. തേർഡ് ഓപ്ഷൻ H3. യെസ്, H3 ആണ്, കറക്റ്റ് ആണ്. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ഈസ് H4 ആണോ? അല്ല. സോ ദ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാ? സി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Next question is, the long DNA strand depicted below is serving as a template for lagging strand. Okay, ഈ കാണിച്ചിരിക്കുന്നതാണ് സ്ട്രാൻഡ്. 5' to 3' ഡയറക്ഷനിൽ സ്ട്രാൻഡ് കാണിച്ചിട്ടുണ്ട്.
5 പ്രൈം ടു ഡി എൻ എൻ്റെ സ്ട്രാൻഡ് അല്ലേ 5 പ്രൈം ടു 3 പ്രൈം ഡയറക്ഷൻ അല്ലേ ഒരു ഡി എൻ എ സ്ട്രാൻഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു 5 പ്രൈം 3 പ്രൈം ഡയറക്ഷനിൽ ഒരു സ്ട്രാൻഡ് ഉണ്ടാവും നേരെ ആൻറ്റി പാരലായിട്ട് 5 പ്രൈം 3 പ്രൈം ഡയറക്ഷനിൽ അടുത്ത സ്ട്രാൻഡ് ഉണ്ടാവും ഇതായിരിക്കും ഒരു ഡി എൻ എൻ്റെ സ്ട്രാൻഡ് എന്ന് പറയുന്നത് അല്ലേ അങ്ങനെ ഒരു ഡി എൻ എൻ്റെ സ്ട്രാൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തതിന് ശേഷം അവിടെ മൾട്ടിപ്പിൾസ് ഒറിജിൻസ് നടന്നിട്ട് കുറച്ച് സ്ട്രാൻഡിൻ്റെ സിന്തസിസ് നടന്നിട്ടുണ്ട് അല്ലേ സിന്തസിസ് നടന്നിട്ടുണ്ട് അത് പൊസിഷൻസ് അലൈൻ ചെയ്തിട്ടുണ്ട് എ എന്ന് പറഞ്ഞ പൊസിഷൻ ഇവിടെ ബി എന്ന് പറയുന്ന പൊസിഷൻ എവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ അല്ലേ ബി എന്ന പൊസിഷൻ ഇവിടെ അതിനുശേഷം സി എന്ന പൊസിഷൻ ഇവിടെ ആൻഡ് ഡി എന്ന പൊസിഷൻ ഇവിടെ ഇത്രയാണ് അലൈൻ ചെയ്ത് പറഞ്ഞു തന്നിട്ടുള്ളത് ഇതാണല്ലോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ചോദിച്ചിരിക്കുന്നത് എന്താ ദ ഷോർട്ടർ ലൈൻസ് റെപ്രസെന്റ്സ് ദ ന്യൂലി ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് യെസ് ഇതെന്ന് പറയുന്നത് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് ആണ് അല്ലേ ലാഗിങ് സ്ട്രാൻഡിന്റെ സിന്തസിസ് എന്ന് പറയുന്നത് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് ആയിരിക്കും ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിന്റെ സിന്തസിസ് ആണ് നടന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ എന്താ അറ്റ് വിച്ച് പൊസിഷൻ എമോങ് എ ബി സി ആൻഡ് ഡി എ ബി സി ഡിയിലെ ഏത് പൊസിഷൻ എയിലാണോ ബിയിലാണോ സിയിലാണോ ഡിയിലാണോ വുഡ് ഡി എൻ എ പ്രൈമേസ് ആക്ട് നെക്സ്റ്റ് അടുത്ത റൗണ്ടില് പ്രൈമേസ് എവിടെയാണ് ആക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് എയിലാണോ പ്രൈമേസ് ആക്ട് ചെയ്യുക ബിയിലാണോ പ്രൈമേസ് ആക്ട് ചെയ്യുക സിയിലാണോ അല്ല ഡിയിലാണോ പ്രൈമേസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാ ഡി എൻ എ റെപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിന്റെ സിന്തസിസ് നടക്കുന്ന സമയത്ത് ഇനീഷ്യൽ റൗണ്ടിലെ ഡി എൻ എ പോളിമറൈസിന് ആദ്യം തന്നെ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്ത് വരാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അതിന് ഇനീഷ്യൽ ഫേസിലായിട്ട് ആര് വരും പ്രൈമർ വരും പ്രൈമേസ് വന്നിട്ട് പ്രൈമർ ഇട്ട് കൊടുക്കും RNA ന്യൂക്ലിയോടൈഡ് ഇട്ട് കൊടുക്കും അല്ലേ ഇങ്ങനെ RNA ന്യൂക്ലിയോടൈഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ RNA ന്യൂക്ലിയോടൈഡ് ഇതെല്ലാം RNA ന്യൂക്ലിയോടൈഡ് കേട്ടോ ഈ RNA ന്യൂക്ലിയോടൈഡിലേക്ക് വന്നിട്ടാണെന്ത് പിന്നീട് ആരിട്ട് കൊടുക്കും പ്രൈമേസ് ഇട്ട് കൊടുക്കും അതിന് ശേഷമാണെന്ന് നമ്മൾ ആര് വരിക DNA പോളിമറൈസ് വരിക DNA പോളിമറൈസ് വന്നിട്ട് ബാക്കിയുള്ള DNA ന്യൂക്ലിയോടൈഡ്സ് ഇട്ട് കൊടുക്കുക ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ് ഇവിടേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഓക്കെ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ് ഇട്ട് കൊടുക്കാം ഇവിടം വരെ RNA ന്യൂക്ലിയോടൈഡ് ആയിരിക്കും ബാക്കിയുള്ളത് DNA പോളിമറൈസ് ആയിരിക്കും വന്നിട്ട് ന്യൂക്ലിയോടൈഡ്സ് ഇട്ട് കൊടുക്കുക അപ്പം പ്രൈമേസ് ഇനി ഇതിൽ എവിടെയാണ് നെക്സ്റ്റ് ആയിട്ട് ആക്റ്റീവ് ചെയ്യാൻ വേണ്ടി പോവുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താ ഇവിടെ നിന്നുള്ള പ്രൈമറിന്റെ സിന്തസിസ് നടന്നു അതിനുശേഷം ഇവിടേക്ക് സിന്തസിസ് നടന്നു കഴിഞ്ഞു ബി എന്ന് പറഞ്ഞ സെക്ഷനിൽ എന്താ ഇവിടെയും പ്രൈമർ ആഡ് ചെയ്ത് കഴിഞ്ഞു ഇങ്ങോട്ടേക്ക് സിന്തസിസ് നടന്നു ഇല്ലേ ഇത് 5 പ്രൈം ടു 3 പ്രൈം ഡയറക്ഷൻ അപ്പം DNA സിന്തസിസ് എങ്ങോട്ടാണ് നടക്കുക ഇങ്ങോട്ടേക്കല്ല നടക്കുക 5 പ്രൈം ടു 3 പ്രൈം ഇവിടെ എന്ത് വരും 5 പ്രൈം 3 പ്രൈം അല്ലേ 5 പ്രൈം ടു 3 പ്രൈം ഡയറക്ഷൻ ആണ് ലീഡിങ് സ്ട്രാൻഡിന്റെ പിന്നെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഉള്ളത് അപ്പം അതിന്റെ സിന്തസിസ് ഇങ്ങോട്ടേക്ക് കഴിക്കും എപ്പോഴും DNA സിന്തസിസ് ഏത് ഡയറക്ഷൻ ആയിരിക്കും 5 പ്രൈം ടു 3 പ്രൈം ഡയറക്ഷൻ ആയിരിക്കുമല്ലേ അപ്പൊ ഇങ്ങോട്ടേക്ക് നടന്നു അടുത്ത സെറ്റ് നടന്നു ഇനി അടുത്തത് എവിടെ സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ ഇപ്പൊ പ്രൈമേസ് എവിടെ ചെന്നിട്ട് ആക്ട് ചെയ്യണം ഇവിടേക്ക് ചെന്നിട്ട് ആക്ട് ചെയ്യണം സിമ്പിൾ അടുത്തത് ബാക്കിയെല്ലാം കഴിഞ്ഞു പ്രൈമേസ് വന്നു പ്രൈമർ ആഡ് ചെയ്തു പോളിമറൈസ് വന്നു ന്യൂക്ലിയോടൈഡ് ആഡ് എടുത്തു സെക്കൻഡിൽ വന്നു ആഡ് ചെയ്ത് കൊടുത്തു DNA പോളിമറൈസ് വന്നു ന്യൂക്ലിയോടൈഡ് ആഡ് കൊടുത്തു സിയിലേക്ക് വന്നു പ്രൈമേസ് വന്നു RNA ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്ത് കൊടുത്തു DNA പോളിമറൈസ് വന്നിട്ട് ബാക്കിയുള്ള ന്യൂക്ലിയോടൈഡ് സിന്തസൈസ് ചെയ്തു അങ്ങനെ 3 ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് സിന്തസൈസ് ചെയ്തു അടുത്ത പൊസിഷൻ ഏതാ ഡി പൊസിഷൻ അവിടേക്ക് ആര് വരും പ്രൈമേസ് വരും പ്രൈമർ ഇട്ട് കൊടുക്കും റൈബോറ്റോ ന്യൂക്ലിയോടൈഡ് സിന്തസൈസ് ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ട് DNA പോളിമറൈസ് വന്നിട്ട് ബാക്കിയുള്ള ന്യൂക്ലിയോടൈഡ്സിനെ സിന്തസൈസ് ചെയ്യും അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും എന്ത് കറക്റ്റ് ഡി എന്ന് പറഞ്ഞ പൊസിഷൻ ആയിരിക്കും എന്ത് കറക്റ്റ് അടുത്ത് വന്നിട്ട് ആക്ട് ചെയ്യാം എവിടെയാ പറഞ്ഞിട്ടുള്ളത് എ അല്ല എ പൊസിഷൻ അല്ല ബി പൊസിഷൻ അല്ല സി പൊസിഷൻ അല്ല ഏതാ ഡി പൊസിഷൻ അല്ലേ ഡി പൊസിഷൻ ഇത് CSIR നെറ്റ് സെപ്റ്റംബർ 22 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഓക്കെ DNA റെപ്ലിക്കേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ Some of the steps in the process of eukaryotic DNA replication mentioned below require hydrolysis of ATP. Okay? ഏത് പ്രോസസ്സിലാണ് DNA റെപ്ലിക്കേഷൻ്റെ ഏത് പ്രോസസ്സിലാണ് എന്ത് സംഭവിക്കുന്നത് ATP ഹൈഡ്രോളിസിസ് നടക്കുന്നത് ATPനെ യൂട്ടിലൈസ് ചെയ്യുന്നത് ഏത് സ്റ്റെപ്പിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഓക്കെ യൂക്കാരിയോട്ടിക് മെൻഷൻഡ് ബിലോ some of the steps in the process of eukaryotic DNA replication mentioned below steps തന്നിട്ടുണ്ട് അത് ഏത് സ്റ്റെപ്പിലാണ് ATP യൂട്ടിലൈസ് ചെയ്യുന്ന സ്റ്റെപ്പ് അതാണ് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഓപ്ഷൻ എന്താ ഫോസ്ഫോഡയസ്റ്റർ ഫോർമേഷൻ
ഫോസ്ഫോഡയസ്റ്റർ ഫോർമേഷൻ എന്ന് പറയുന്ന സമയത്ത് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് എവിടെയായിട്ടാണ് വരുന്നത്? നമ്മളൊരു ന്യൂക്ലിയോടൈഡ് പറയുന്ന സമയത്ത് നമ്മളെ ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെയുണ്ട്? ഒരു ഷുഗർ മോളിക്യൂൾ ഉണ്ട്, ഒരു നൈട്രജനസ് ബേസ് ഉണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? ഒറ്റൊരു റെസിഡ്യൂ ആയിട്ട് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അല്ലേ? ഇതിൽ നൈട്രജൻ ബേസും ഫോസ്ഫേറ്റും തമ്മിലുള്ള ബോണ്ടാണ് ഇത് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് എന്ന് പറയുന്നത്. ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് എന്ന് പറയുന്നത് അല്ലേ? ഇത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ബോണ്ടിന് ATP യൂട്ടിലൈസേഷൻ വേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോർമേഷൻ വേണ്ട, ATP വേണ്ട ആവശ്യമില്ല. സെക്കൻഡ് വൺ ഈസ് DNA സ്ട്രാൻഡ് സെപ്പറേഷൻ ബൈ ഹെലിക്കേസ്. DNA സ്ട്രാൻഡ് സെപ്പറേഷൻ്റെ സമയത്ത് DNA സ്ട്രാൻഡ് സെപ്പറേഷൻ ആരാ ചെയ്യുന്നത്? ഹെലിക്കേസ് ആണ് ചെയ്യുന്നത് അല്ലേ? ഹെലിക്കേസ് എന്ന് പറഞ്ഞ യൂക്കാരിയോട്ടിന്റെ കേസിലാണെങ്കിൽ MCM227 എന്ന് പറഞ്ഞിട്ടുള്ള ഹെലിക്കേസ് അല്ലേ? ഹെലിക്കേസ് വന്നിട്ടാണ് DNA അൺവൈൻഡ് ചെയ്യുന്നത് അല്ലേ? ആദ്യം DNA അൺവൈൻഡ് ചെയ്യണ്ടേ? ഒരു DNA ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ DNA ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആയിരിക്കും അല്ലേ? പരസ്പരം ബോണ്ടഡ് ആയിരിക്കും. അതിനെ അൺവൈൻഡ് ചെയ്ത് നിർത്തണം. ഇങ്ങനെ അൺവൈൻഡ് ആയിട്ടുള്ള റീജിയൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ഹെലിക്കേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമാണ്. ഓക്കെ, ഹെലിക്കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈമാണ് അൺവൈൻഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഈ ഹെലിക്കേസ് ആക്ട് ചെയ്യുന്ന സമയത്ത് വേണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റാൻഡ് സെപ്പറേഷൻ ഹെലിക്കേസ് ചെയ്യുന്ന സമയത്ത് ATP വേണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വേണം. ഹെലിക്കേസ് ലോഡ് ചെയ്യുന്ന സമയത്ത്, ആക്ട് ചെയ്യുന്ന സമയത്ത് ATPന്റെ യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. സോ DNA സ്റ്റാൻഡ് സെപ്പറേഷൻ ബൈ ഹെലിക്കേസിന്റെ സമയത്ത് ATP യൂട്ടിലൈസേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്തത് ക്ലാമ്പ് ലോഡർ അസോസിയേഷൻ വിത്ത് ക്ലാമ്പ് ആൻഡ് DNA. ക്ലാമ്പ് ലോഡർ അസോസിയേഷൻ വിത്ത് ക്ലാമ്പ് ആൻഡ് DNA വരുന്ന സമയത്ത് പിന്നെ ATPന്റെ ഫോർമേഷൻ വേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഹെലിക്കേസിന്റെ ATPന്റെ ഫോർമേഷൻ ആവശ്യമില്ല എന്നുള്ള കാര്യം. ഓക്കെ, രണ്ടാമത്തത് ജോയിനിങ് ഓഫ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് ജോയിൻ ചെയ്യുന്ന സമയത്ത്, ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് DNAയിൽ ലാഗിങ് സ്ട്രാൻഡിന്റെ സിന്തസിസ് നടക്കുന്നു. ലാഗിങ് സ്ട്രാൻഡിന്റെ സിന്തസിസ് നടക്കുന്ന സമയത്ത് എന്താ ഫോം ചെയ്യുന്നത്? ഇല്ലേ? ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് ആണ്. ഇതാണ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് പറയുന്നത്. ഈ സ്ട്രാൻഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈം ആണ് ഇത്. എൻസൈം DNA ലിഗേസ്. ഓക്കെ, DNA ലിഗേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം ആണ് യൂസ് ചെയ്യുന്നത്. ഈ DNA ലിഗേസ് ആണ് അടുത്തടുത്ത് നിൽക്കുന്ന ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. DNA ലിഗേസ് ആണ്. ഈ സമയത്ത് ATP യൂട്ടിലൈസേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ATP യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, സോ D ഓപ്ഷൻ എന്താ? കറക്റ്റാണ്. D ഓപ്ഷനും കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഓപ്ഷനാണ് കറക്റ്റ്? B ഓപ്ഷനും കറക്റ്റായിട്ട് കിട്ടി, D ഓപ്ഷനും കറക്റ്റായിട്ട് കിട്ടി. ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കാം. ചൂസ് ദ ഫോളോയിങ് ഓപ്ഷൻസ് കറക്റ്റ്ലി ഐഡന്റിഫൈസ് ഓൾ ദ യൂട്ടിലൈസിംഗ് സ്റ്റെപ്സ് ഓഫ് ATP ഹൈഡ്രോളിസിസ്. എയിൽ വേണോ? വേണ്ട. ബിയിൽ വേണം, ഡിയിൽ വേണം, പക്ഷേ എയിൽ വേണ്ട. അപ്പം ഈ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ബിയിൽ വേണം, സിയിൽ വേണോ? വേണ്ട. ക്ലാമ്പ് ലോഡർ അസോസിയേഷൻ്റെ സമയത്ത് ATPന്റെ ആവശ്യമില്ല. അപ്പം ഈ ഓപ്ഷനും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ബി ആൻഡ് സി. ബിയിൽ വേണം, പക്ഷെ സിയിൽ വേണ്ട. അപ്പോൾ ഈ ഓപ്ഷനും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ലാസ്റ്റ് ഓപ്ഷൻ എന്താ? ബി ആൻഡ് ഡി ഓൺലി. ബിയിൽ വേണം അല്ലേ? DNA സ്റ്റാൻഡ് സെപ്പറേഷൻ ഹെലിക്കേസ് ലോഡ് ചെയ്യുന്ന സമയത്ത് ഏത് വേണം? ATP യൂട്ടിലൈസേഷൻ ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിന്റെ ജോയിനിങ് യൂസിങ് DNA ലിഗേസ് വെച്ച് ചെയ്യുന്ന സമയത്തും എന്ത് വരണം? ATP യൂട്ടിലൈസേഷൻ ഉണ്ട്. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഡി. ഡി ആണെന്ത്? കറക്റ്റ് ഓപ്ഷൻ. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. Next question is the following statements refers to the E. coli replicative DNA polymerase. Okay, DNA E. coli prokaryotic DNA polymerase ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള
സ്റ്റേറ്റ്മെന്റ്സ് ആണ് താഴെ തന്നിട്ടുള്ളത്. അതിൽ ഏത് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഓപ്ഷൻസ് ബിലോ റെപ്രസെന്റ്സ് ദ കോമ്പിനേഷൻ ഓഫ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്? ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. CSIR നെറ്റ് 22-ൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? DNA പോളിമറൈസ് ഫസ്റ്റ് displays very limited processivity and possess 3' to 5' exonuclease activity, allowing the fidelity of DNA replications. ആണോ? DNA പോളിമറൈസ് നമ്മൾ പ്രോകാരിയോട്ടിക്കിൽ എത്ര ടൈപ്പ് DNA പോളിമറൈസ് കാണപ്പെടുന്നുണ്ട്? 3 ടൈപ്പ് DNA പോളിമറൈസ് കാണപ്പെടുന്നുണ്ട്. DNA പോളിമറൈസ് ഫസ്റ്റ്, DNA പോളിമറൈസ് സെക്കൻഡ്, DNA പോളിമറൈസ് തേർഡ് അല്ലേ? DNA പോളിമറൈസ് തേർഡ്. ഇതിൽ തേർഡ് ആയിരിക്കും എന്ത്? DNA പോളിമറൈസ് തേർഡ് ആണ് മെയിനായിട്ട് ലീഡിങ് സ്ട്രാൻഡ് സിന്തസിസിൽ ഇൻവോൾവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ലീഡിങ് സ്ട്രാൻഡിൻ്റെ സിന്തസിസിൽ ഇൻവോൾവ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആരാണ്? DNA പോളിമറൈസ് 3 ആണ്. ലാഗിങ് സ്ട്രാൻഡ് സിന്തസിസിൽ ഇൻവോൾവ് ചെയ്യപ്പെട്ടിരിക്കുന്നത് DNA പോളിമറൈസ് ഫസ്റ്റ് ആണ്. ഓക്കെ, ലാഗിങ് സ്ട്രാൻഡിൻ്റെ സിന്തസിസിൽ ഇൻവോൾവ് ചെയ്യപ്പെട്ടിട്ടുള്ള ആരാണ്? DNA പോളിമറൈസ് ഫസ്റ്റ് ആണ് എന്നുള്ള കാര്യം. അപ്പോൾ ഇനി നമുക്ക് നോക്കി നോക്കാം. അപ്പം ലീഡിങ് സ്ട്രാൻഡിൻ്റെ സിന്തസിസ് നടക്കുന്ന സമയത്ത് ഹൈ പ്രോസസിവിറ്റി കാണിക്കണം. കൂടുതൽ നേരം സ്ട്രാൻഡിൽ തന്നെയായിട്ട് കീപ്പ് ചെയ്ത് ഇങ്ങനെ പോകണം. ഒറ്റ സ്ട്രെച്ചിൽ DNA ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്ത് പോകണം. അപ്പോൾ DNA പോളിമറൈസ് 3ക്ക് ഹൈ ഏതുണ്ട്? ലോങ് പ്രോസസിവിറ്റി ഉണ്ട് എന്നുള്ളത്. ഓക്കെ, DNA പോളിമറൈസ് 3ക്ക് ഹൈ പ്രോസസിവിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് പരിചയപ്പെടാം. ഏതൊക്കെയാണ് DNA പോളിമറൈസസ് ഉള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞു ഏതൊക്കെയുണ്ട്. DNA പോളിമറൈസ് ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, തേർഡ് ഉണ്ട്, പിന്നെ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ഉണ്ട്. ഇങ്ങനെ 5 ടൈപ്പ് DNA പോളിമറൈസസ് ആണ് ഈ കോളയിൽ കാണപ്പെടുന്നത്. DNA പോളിമറൈസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്. ഓക്കെ, ഇത് ഫസ്റ്റ് DNA പോളിമറൈസിന് ഏത് ആക്ടിവിറ്റി ഉണ്ട്? 5' to 3' പോളിമറൈസേഷൻ ആക്ടിവിറ്റി ഉണ്ട്, 3' to 5' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉണ്ട്, 5' to 3' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉണ്ട്. ഓക്കെ, 5' to 3' പോളിമറൈസ് ആക്ടിവിറ്റി 5' നിന്നും 3'ലേക്ക് പോകുന്ന സമയത്ത് ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്ത് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത്. ഓക്കെ, 3' to 5' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ എന്താ? 3' to 5' ഡയറക്ഷനിൽ ഏതെങ്കിലും ന്യൂക്ലിയോടൈഡ് മിസ്മാച്ച്ഡ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് അതിനെ പ്രൂഫ് റീഡ് ചെയ്യാനുള്ള എബിലിറ്റി. ഓക്കെ, അതാണ് എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി എന്ന് നമ്മൾ പറയുന്നത്. പ്രൂഫ് റീഡ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി. അതാർക്കുണ്ട്? ഫസ്റ്റ് ഉണ്ട്, DNA പോളിമറൈസ് ഫസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ആഡ് ചെയ്യപ്പെടുന്ന അതേ ഡയറക്ഷനിൽ 5' to 3' ഡയറക്ഷനിലേക്കുള്ള എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി മാർക്കുണ്ട് DNA പോളിമറൈസ് ഫസ്റ്റിനുണ്ട്. കുറച്ചും കൂടി ചുരുക്കി പറഞ്ഞാൽ DNA പോളിമറൈസ് ഫസ്റ്റിന് മാത്രമേ എന്ത് ആക്ടിവിറ്റി ഉള്ളൂ? 5' to 3' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉണ്ടോ. ബാക്കി ഒന്നിനും തന്നെ സെക്കൻഡിനോ തേർഡിനോ ഫോർത്തിനോ ഫിഫ്ത്തിനോ ഒന്നും തന്നെ 5' to 3' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ഇല്ല. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ എന്താ? DNA പോളിമറൈസ് ഫസ്റ്റിന് 5' to 3' പോളിമറൈസ് ആക്ടിവിറ്റി ഉണ്ട്, 3' to 5'ഉം 5' to 3'ഉം എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉണ്ട് എന്നുള്ള കാര്യം അല്ലേ. ബാക്കി DNA പോളിമറൈസ് സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ 5' to 3' പോളിമറൈസ് ആക്ഷൻ ആക്ടിവിറ്റി ഉണ്ട്, 3' to 5' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉണ്ട്. ബാക്കിയൊക്കെ സെയിം തന്നെ. 5' to 3' പോളിമറൈസ് ആക്ഷൻ ആക്ടിവിറ്റി, 3' to 5' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി. പക്ഷേ DNA പോളിമറൈസ് 4 and 5 വരുന്ന സമയത്ത് അവയ്ക്ക് 3' to 5' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ഇല്ല. DNA പോളിമറൈസ് 4 and 5ന് 3' to 5' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി വരുന്നില്ല. എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി വരുന്നില്ല. ഓക്കെ, ഫങ്ഷൻസ് വരുന്ന സമയത്തും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കി നോക്കാം. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? DNA polymerase first displays very limited processivity and possess 3' to 5' exonuclease activity. ഉണ്ടോ? 3' to 5' exonuclease activity ആണ് ഉള്ളത് അല്ലേ? ലോ പ്രോസസിവിറ്റി ആണ്. കാരണം ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിന്റെ സിന്തസിസ് ചെയ്യുന്ന സമയത്ത് ആരാ വരുന്നത്? DNA polymerase ഫസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ആ ഓപ്ഷൻ കറക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സെക്കൻഡ് ഓപ്ഷൻ
DNA polymerase 3 is suitable for leading strand DNA synthesis. ആണോ? അതെ, ലീഡിംഗ് സ്ട്രാൻഡിന്റെ സിന്തസിസ് ആരാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്? നമ്മളെ DNA polymerase 3 ആണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. സോ DNA polymerase 3 is suitable for leading strand DNA synthesis due to high processivity. Yes, ഹൈ പ്രോസസിറ്റി ഉള്ളതുകൊണ്ടാണ് ലീഡിംഗ് സ്ട്രാൻഡിന്റെ സിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. എന്ന് വെച്ചാൽ DNA കുറേ നേരം നിന്ന് പോകാൻ വേണ്ടി പറ്റും. കുറേ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ലോങ് ആയിട്ട് ഇതൊരു 5' 3' പാരലൽ സ്ട്രാൻഡ് ആണെങ്കിൽ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കുള്ള DNA സിന്തസിസ് ഒറ്റ സ്ട്രെച്ചിൽ ഫുള്ളായിട്ട് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന DNA polymerase 3ക്ക് മാറ്റുള്ളൂ അല്ലേ? ലീഡിംഗ് സ്ട്രാൻഡിന്റെ സിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കാ വേണ്ടി പറ്റുക? DNA polymerase 3ക്ക് വേണ്ടിയിട്ടാണ് പറ്റുക. അപ്പം ഹൈ പ്രോസസിവിറ്റി ഉണ്ട് എന്നുള്ള കാര്യം. അപ്പം ആ ഓപ്ഷനും എന്താണ്? കറക്റ്റ് ആണ്. DNA polymerase 3ന്റെ A ഓപ്ഷനും കറക്റ്റ് ആണ്, B ഓപ്ഷനും കറക്റ്റ് ആണ് എന്നുള്ള കാര്യം. ഇനി നമുക്ക് തേർഡ് ഓപ്ഷനിലേക്ക് പോകാം. തേർഡ് ഓപ്ഷൻ എന്താ പറയുന്നത്? DNA polymerase first possess 5' to 3' exonuclease activity which allows the removal of RNA primer. അല്ലേ? DNA polymerase 5' to 3' exonuclease activity ഉണ്ട്, which allows the removal of RNA primerന്റെ റിമൂവലിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശരിയാണ്. While is 5' to 3' polymerase activity allows to fill the gap created by the removal of RNA primer. അല്ലേ? 5' to 3' polymerase activity allows to fill the gap created by the RNA primer എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആ ഓപ്ഷൻ എന്താണ്? നമുക്ക് കറക്റ്റ് ആണെന്ന് പറയേണ്ടി വരും അല്ലേ? 5' to 3' polymerase activity അലോ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം RNA പ്രൈമേഴ്സ് വന്നിട്ടുള്ള ഗ്യാപ്പ്, പ്രൈമേഴ്സ് വന്നിട്ട് പ്രൈമർ ആഡ് ചെയ്ത് കൊടുക്കും. പ്രൈമർ ആഡ് കൊടുത്തതിന് ശേഷം ആ ഗ്യാപ്പ്, ആ പ്രൈമറിനെ റിമൂവ് ചെയ്തിട്ട് അവിടേക്ക് ശരിയായിട്ടുള്ള ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ആരാണ്? DNA polymerase ഫസ്റ്റ് ആണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഓപ്ഷൻ ഈസ് ഓൾസോ കറക്റ്റ്. DNA polymerase 3 is suitable for lagging strand synthesis. ആണോ? അല്ല. DNA polymerase 3 എന്തിനു വേണ്ടിയിട്ടുള്ളത്? ലീഡിംഗ് സ്ട്രാൻഡിന്റെ സിന്തസിസിന് വേണ്ടിയിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പം ഏതൊക്കെ ഓപ്ഷൻസ് ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്? A ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, B ഓപ്ഷനും കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. B ഓപ്ഷൻ കറക്റ്റ് ആണോ? അല്ലല്ലോ. 5' to 3' exonuclease activity ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. DNA polymerase 3ക്ക് 5' to 3' exonuclease activity ഉണ്ടോ? ഇല്ല. 5' to 3' exonuclease activity ആർക്കില്ല? DNA polymerase 3ക്ക് ഇല്ല. അപ്പം ഈ ഓപ്ഷൻ എന്താണ്? B ഓപ്ഷൻ തെറ്റാണ്. B ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, B ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ A ഓപ്ഷനും കറക്റ്റ് ആയിട്ട് കിട്ടി നമുക്ക്, അതേപോലെ തന്നെ C ഓപ്ഷനും കറക്റ്റ് ആയിട്ട് കിട്ടി. ഓക്കെ, DNA polymerase 3ക്ക് 5' to 3' exonuclease activity ഇല്ല, 3' to 5' exonuclease activity ഉള്ളൂ. 5' to 3' exonuclease activity കാണിക്കുന്ന ആകെ DNA polymerase എന്ന് പറയുന്നത് പ്രോക്യാരിയോട്സിൽ അത് DNA polymerase ഫസ്റ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് B ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ B ഓപ്ഷൻ റോങ് ആണ്. ഓക്കെ, B ഓപ്ഷൻ റോങ് ആണ്. A ഓപ്ഷൻ ആൻഡ് C ഓപ്ഷൻ കറക്റ്റ്. നമുക്ക് ഓപ്ഷൻ നോക്കി നോക്കാം. D ഓൺലി ആണോ? അല്ല, D ഓൺലി അല്ല. സെക്കൻഡ് ഓപ്ഷൻ ഈസ് B ആൻഡ് C എന്നാണ് പറഞ്ഞിട്ടുള്ളത്. B ആൻഡ് C. B നമ്മളിപ്പം റോങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. C ഓപ്ഷനിൽ പറയുന്നത് A ആൻഡ് B. A കറക്റ്റ് ആണ്, B കറക്റ്റ് ആണോ? അല്ല. അപ്പം ആ ഓപ്ഷനെ നമുക്ക് എലിമിനേറ്റ് ചെയ്തു. ലാസ്റ്റ് ഓപ്ഷൻ എന്താ? DNA A ആൻഡ് C. A കറക്റ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ സിയും കറക്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? സോ ദ ലാസ്റ്റ് ഓപ്ഷൻ D ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, D ആണെന്ത്? കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ICAR JRF 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്ലി പെയർഡ്? റോങ്ലി പെയർഡ് ആയിട്ടുള്ള
ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ന്യൂക്ലിക് ആസിഡ് ഹൈഡ്രജൻ ബോണ്ട്. ന്യൂക്ലിക് ആസിഡ് ഹൈഡ്രജൻ ബോണ്ട്സ് ആണോ കാണപ്പെടുന്നത്? അല്ലല്ലോ. ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്സ്, ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ് കാര്യങ്ങളൊക്കെയാണെന്ത് അതിൽ കാണപ്പെടുന്നത്. അപ്പം ഇത് റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി സെക്കൻഡ് വൺ ഈസ് പോളിസാക്രൈഡ്സിൽ ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. അതെ, പരസ്പരം മോണോസാക്രൈഡ്സ് തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുന്ന ഏത് വെച്ചിട്ടാ? ഗ്ലൈക്കോസിഡിക് ബോണ്ട് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം അത് കറക്റ്റ് ആണ്. ഇനി പ്രോട്ടീൻസിൽ ഏത് ടൈപ്പ് ബോണ്ടാണ് കാണപ്പെടുന്നത്? പെപ്റ്റൈഡ് ബോണ്ടാണ് കാണപ്പെടുന്നത്. പ്രോട്ടീൻസിൽ കാണപ്പെടുന്നത് പെപ്റ്റൈഡ് ബോണ്ടാണ്. ഒരു അമിനോ ആസിഡ് മറ്റൊരു അമിനോ ആസിഡായിട്ട് കണക്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഒരു സെറൈൻ, വെലൈൻ, അലാനിൻ, ഐസോലൂസിൻ ഇവർ തമ്മിൽ എങ്ങനെയായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക? പെപ്റ്റൈഡ് ബോണ്ട് യൂസ് ചെയ്തിട്ടാണ്. എന്നും സിയും ടെർമിനൽ യൂസ് ചെയ്തിട്ട് പെപ്റ്റൈഡ് ബോണ്ട് യൂസ് ചെയ്തിട്ടാണ് അവർ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം പ്രോട്ടീൻസിൽ കാണപ്പെടുന്നത് പെപ്റ്റൈഡ് ബോണ്ടാണ് അല്ലേ. അപ്പോൾ അതും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. തേർഡ് വൺ ഈസ് ഫോസ്ഫോലിപ്പിഡ്സിൽ. ഫോസ്ഫോലിപ്പിഡിൽ ഫോസ്ഫേറ്റ് ലിങ്കേജസ് അല്ലേ കാണപ്പെടുന്നത്? അതെ, ഫോസ്ഫേറ്റ് ലിങ്കേജസ് ആണ് കാണപ്പെടുന്നത് എന്നുള്ള കാര്യം. ഫോസ്ഫോലിപ്പിഡ്സിൽ ഫോസ്ഫേറ്റ് ലിങ്കേജ് ഇല്ലേ? ഹെഡ് ഗ്രൂപ്പിന്റെ അവിടെയായിട്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഹെഡ് ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ ഏതുണ്ട്? ഗ്ലൈക്കോസിഡിക് ബോണ്ടും കാര്യങ്ങളും കാണപ്പെടുന്നുണ്ട്. അപ്പം ഫോസ്ഫേറ്റ് ബോണ്ട് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പം ഇതിൽ ഏതാണ് റോങ്ലി പെയർഡ്? ഇതാണ് ചോദിച്ചത്. റോങ്ലി പെയർഡ് ഏതാ? ഫസ്റ്റ് ഓപ്ഷൻ. ഫസ്റ്റ് ഓപ്ഷൻ ആണ് റോങ്ലി പെയർഡ്. അപ്പം ആൻസർ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ക്വസ്റ്റിന്റെ ആൻസർ ഇതാണ്. റോങ്ലി പെയർഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. റോങ്ലി പെയർഡ്. കറക്റ്റ് ഓപ്ഷൻ ഈസ് എ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇതും ICAR JR 2022 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. The core of the spliceosome complex is formed by. The core of spliceosome complex. എന്താണ് സ്പ്ലൈസിയോസോം കോംപ്ലക്സ്? സ്പ്ലൈസിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ ആയിട്ടുള്ള പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ ആയിട്ടുള്ള സ്പ്ലൈസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണെന്ത്? സ്പ്ലൈസിയോസോം കോംപ്ലക്സ് എന്ന് പറയുന്നത്. സ്പ്ലൈസിയോസോം കോംപ്ലക്സ്. സ്പ്ലൈസിയോസോം കോംപ്ലക്സ്. സ്പ്ലൈസിയോസോം കോംപ്ലക്സ് എന്താ ചെയ്യുന്നത്? ഒരു mRNA മോളിക്യൂൾ ഉണ്ടെങ്കിൽ ഒരു mRNA മോളിക്യൂൾ 5' to 3' ഡയറക്ഷനിൽ DNA നിന്ന് സിന്തസൈസ് ചെയ്തെടുത്ത ഒരു mRNA മോളിക്യൂൾ. ഈ mRNA മോളിക്യൂളിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു പ്രീ mRNA മോളിക്യൂൾ. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രീ mRNA മോളിക്യൂൾ. ഈ പ്രീ mRNA മോളിക്യൂളിൽ എന്തൊക്കെ ഉണ്ടാവും? എക്സോൺ റീജിയൻ ഉണ്ടാവും, ഇൻട്രോൺ റീജിയൻ ഉണ്ടാവും, എക്സോൺ റീജിയൻ ഉണ്ടാവും, ഇൻട്രോൺ റീജിയൻ ഉണ്ടാവും അല്ലേ. എക്സോൺ റീജിയൻ ഏത് റീജിയനാ? കോഡിംഗ് റീജിയൻ. പ്രോട്ടീൻ ആയിട്ട് കോഡ് ചെയ്യുന്ന റീജിയൻ, അമിനോ സീക്വൻസ് ഉള്ള റീജിയൻ ആണ്, കോഡിംഗ് സീക്വൻസ് ആണ് എക്സോൺ റീജിയൻ എന്ന് പറയുന്നത്. ഇൻട്രോൺ റീജിയൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാ? നോൺ കോഡിംഗ് ആയിട്ടുള്ള റീജിയൻസ് ആണെന്ത്? ഇൻട്രോൺ റീജിയൻ എന്ന് പറയുന്നത്. നോൺ കോഡിംഗ് റീജിയൻസ് ആണ് ഇൻട്രോൺ റീജിയൻസ് എന്ന് പറയുന്നത്. അപ്പം സ്പ്ലൈസിങ്ങിന്റെ സമയത്ത് എന്താ സംഭവിക്കുക? ഈ ഇൻട്രോൺ റീജിയൻസിന്റെ റിമൂവലാണ് സംഭവിക്കുന്നത്. ഇൻട്രോൺ റീജിയൻസിന്റെ റിമൂവലാണ് സ്പ്ലൈസിങ്ങിന്റെ സമയത്ത് സംഭവിക്കുന്നത് അല്ലേ. ആവശ്യമില്ലാത്ത നോൺ കോഡിംഗ് ആയിട്ടുള്ള സ്ട്രാൻഡുകൾ റിമൂവ് ചെയ്ത് കളയണം. അതാണ് സ്പ്ലൈസിങ്ങിന്റെ സമയത്ത് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോംപ്ലക്സ് ആണ് പ്രോട്ടീൻ RNA കോംപ്ലക്സ് ആണ് ഇത് സ്പ്ലൈസിയോസോം കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ സ്പ്ലൈസിയോസോം കോംപ്ലക്സ് എന്താണെന്നുള്ളത്. ഈ സ്പ്ലൈസിയോം കോംപ്ലക്സിൽ കാണപ്പെടുന്ന RNA ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് RNA മോളിക്യൂളാണ് സ്പ്ലൈസിയോസോമിൽ കാണപ്പെടുന്നത്? നമ്മളെ സെൽ സിസ്റ്റത്തിൽ ഇഷ്ടംപോലെ RNA മോളിക്യൂൾസ് കാണപ്പെടുന്നത്. ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ള ഒരു RNA ആണ് mRNA മോളിക്യൂൾ. അതല്ലാത്ത RNA മോളിക്യൂൾസ് ഏതൊക്കെയാ? അതല്ലാത്ത RNA മോളിക്യൂൾസ് rRNA ഉണ്ട് അല്ലേ. റൈബോസോമിൽ കാണുന്ന ഏത് RNA? rRNA മോളിക്യൂൾസ് കാണപ്പെടുന്നുണ്ട്. നമ്മളെ ഇതിൽ ട്രാൻസ്ഫർ RNA ആയിട്ടുള്ള tRNA മോളിക്യൂൾ, അമിനോ ആസിഡിനെ കൊണ്ടുവരുന്ന റൈബോസോമിലേക്ക് കൊണ്ടുവരുന്ന RNA മോളിക്യൂളാണ് മെയിൻ ആയിട്ടുള്ള tRNA മോളിക്യൂൾസ് ഉണ്ട്. അത് അല്ലാണ്ടോ സ്മോൾ ന്യൂക്ലിയർ RNAs കാണപ്പെടുന്നുണ്ട്, സ്മോൾ ന്യൂക്ലിയോലാർ RNAs കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് RNA കാണപ്പെടുന്നുണ്ട്. pyRNA എന്ന് പറഞ്ഞ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് RNAs നമ്മുടെ സെൽ സിസ്റ്റത്തിൽ പ്രസന്റഡ് ആണ് അല്ലേ. അതിൽ ഏത് RNA മോളിക്യൂളാണ് സ്പ്ലൈസിയോസോം കോംപ്ലക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് RNA മോളിക്യൂൾസാ? സ്മോൾ ന്യൂക്ലിയർ RNA, SNRNA എന്ന് നമുക്ക് പറയാം. ഓക്കെ, SNRNA ആണ് ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്?
സ്പ്ലൈസിയോസോം കോംപ്ലക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാ? സ്മോൾ ന്യൂക്ലിയോലാർ ആർ എൻ എ, സ്മോൾ ന്യൂക്ലിയോർ ആർ എൻ എ നമുക്ക് എസ്നോ ആർ എൻ എ എന്നും കൂടി പറയാം. സ്മോൾ ന്യൂക്ലിയോലാർ ആർ എൻ എ, എസ് എൻ ഒ ആർ എൻ എ. പിന്നെ സ്മോൾ ഇന്റർഫയറിംഗ് ആർ എൻ എ, എസ് ഐ ആർ എൻ എ അല്ലേ? സ്മോൾ ഇന്റർഫയറിംഗ് ആർ എൻ എ ആൻഡ് ലോങ് നോൺ കോഡിംഗ് ആയിട്ടുള്ള ആർ എൻ എ, അൺട്രാൻസ്ലേറ്റഡ് റീജിയനിൽ വരുന്ന ലോങ് നോൺ കോഡിംഗ് ആയിട്ടുള്ള ആർ എൻ എ മോളിക്യൂൾസ്. അതിൽ ഏത് മോളിക്യൂൾസ് ആയിരുന്നു? സ്മോൾ ന്യൂക്ലിയർ ആർ എൻ എ ആണ് ഇതിൽ വരുന്നത്, സ്പൈസിയോസോം കോംപ്ലക്സിൽ വരുന്നത്. അവിടുന്നാണ് U1 സ്നേർവ്സ് U2 സ്നേർവ്സ് ഒക്കെ ഫോം ചെയ്യുന്നത്. U1 U2 U4 U5 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്നേർവ്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാ? ഈ ആർ എൻ എ മോളിക്യൂൾസ് സ്പൈസിയോസോം കോംപ്ലക്സിൽ വരുന്ന മോളിക്യൂൾസ് ആണ്, കോംപ്ലക്സുകളാണ്. U1 U4 U2 U4 U5 എന്നൊക്കെ പറയുന്ന കോംപ്ലക്സുകൾ വരുന്നുണ്ട്. ഓക്കെ, ആ കോംപ്ലക്സിന്റെ പാർട്ടായിട്ടുള്ള ആർ എൻ എ മോളിക്യൂളാണ് SN ആർ എൻ എ എന്ന് പറയുന്നത്. സ്നോ ആർ എൻ എ എവിടെയാണ് വരുന്നത്? സ്നോ ആർ എൻ എ ന്യൂക്ലിയോലസിന്റെ പാർട്ടായിട്ടുള്ളതാണ് സ്നോ ആർ എൻ എ. സ്മോൾ ന്യൂക്ലിയോലാർ ആർ എൻ എ, സ്മോൾ ന്യൂക്ലിയോലാർ ആർ എൻ എ ആണ് എന്ത്? ന്യൂക്ലിയോലസിന്റെ പാർട്ടായിട്ടുള്ളത്. ന്യൂക്ലിയോലസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ന്യൂക്ലിയോലസ് എവിടെയാണ് കാണപ്പെടുന്നത്? ന്യൂക്ലിയോലസ് കാണപ്പെടുന്നത് ന്യൂക്ലിയസിന്റെ ഉള്ളില് DNA ഒരു റീജിയൻ ആണെന്ത്? ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. ഡാർക്കൺ ആയിട്ട് കാണപ്പെടുന്നത്, ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഡാർക്കൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഏരിയ ആണെന്ത്? ബാക്കിയും DNA മോളിക്യൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡാർക്കൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഏരിയ ആണെന്ത്? ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ടാണെന്ത്? എന്തിന്റെ സിന്തസിസ് നടക്കുന്നത്? റൈബോസോമൽ ആർ എൻ എ സിന്തസിസ് നടക്കുന്നത്. റൈബോസോമൽ ആർ എൻ എ മെഷീനറിന്റെ സിന്തസിസ് നടക്കുന്നത് ന്യൂക്ലിയോലസിൽ വെച്ചിട്ടാണ്. അപ്പൊ ന്യൂക്ലിയോലസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആർ എൻ എ ആണെന്ത്? സ്മോൾ ന്യൂക്ലിയോലാർ ആർ എൻ എ എന്ന് പറയുന്നത്, SNO ആർ എൻ എ എന്ന് പറയുന്നത്. SI ആർ എൻ എ എന്തിനു വേണ്ടിയിട്ടുള്ളതാ? മെക്കാനിസം, ഡിഫൻസ് മെക്കാനിസത്തിന്റെ എല്ലാ സമയത്ത് mRNA ഡിഗ്രേഡേഷന്റെ ഒക്കെ സമയത്ത് വരുന്നതാണ് SI ആർ എൻ എ, MI ആർ എൻ എ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ ഓപ്ഷൻസിലെ ആർ എൻ എ ഏതൊക്കെയാണ്, എന്താണ് ഫംഗ്ഷൻ എന്നുള്ള കാര്യം പിടിയിട്ടില്ലേ? ഇതിൽ ഏതാ കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? സ്മോൾ ന്യൂക്ലിയോർ ആർ എൻ എ ആണ് സ്പൈസിയോസോം കോംപ്ലക്സിന്റെ പാർട്ടായിട്ട് വരുന്നത്. സ്മോൾ ന്യൂക്ലിയർ ആർ എൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, അല്ല നേരത്തെ പറഞ്ഞ അതേ തന്നെ. SN ആർ എൻ എ ആർ പാർട്ട് ഓഫ് സ്പൈസിയോസോം കോംപ്ലക്സ് ആൻഡ് റെസ്പോൺസിബിൾ ഫോർ സ്പ്ലൈസിംഗ് ദ പ്രീ mRNA. ഞാൻ പറഞ്ഞില്ലായിരുന്നോ പ്രീ mRNA സ്പ്ലൈസിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ള കാര്യം. വൈൽ SN ആർ എൻ എ ഈസ് ഏതിന്റെ പാർട്ടാണ്? U1 U2 U4 U5 U6ന്റെ പാർട്ടാണ്. സ്പ്ലൈസിയോസോം കോംപ്ലക്സിന്റെ പാർട്ടായിട്ട് വരുന്നതാണ് SN ആർ എൻ എ, സ്മോൾ ന്യൂക്ലിയർ ആർ എൻ എ. SN മീൻസ് സ്മോൾ ന്യൂക്ലിയർ, SNO സ്മോൾ ന്യൂക്ലിയോലാർ. അപ്പം ഏതിന്റെ പാർട്ടാണ്? ന്യൂക്ലിയോലസിന്റെ പാർട്ട്. സ്മോൾ ന്യൂക്ലിയോലാർ എന്നല്ല നമ്മൾ പറയുന്നത്. ഇപ്പൊ ന്യൂക്ലിയോലസിന്റെ പാർട്ടാണ് ഏത്? സ്നോ ആർ എൻ എ എന്ന് പറയുന്നത് അല്ലേ? സ്നോ ആർ എൻ എ എന്ന് പറയുന്നത്. സ്നോ ആർ എൻ എ ഈസ് എ പാർട്ട് ഓഫ് ന്യൂക്ലിയോലസ് റോർ ഇൻ ആർ എൻ എ സിന്തസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാ? റെപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ. DNA and RNA polymerases differ in all the following except. DNA and RNA polymerases. DNA polymerases RNA polymerases അല്ലേ? DNA polymerase എന്തിനു വേണ്ടിയിട്ടാ? DNA polymerase എന്തിനു വേണ്ടിയിട്ടുള്ളതാ? DNA സിന്തസിസിന് വേണ്ടിയിട്ടാണ് അല്ലേ? DNA സിന്തസിസിന് വേണ്ടിയിട്ടാണ് DNA പോളിമറൈസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് പ്രോസസ്സ് റെപ്ലിക്കേഷന്റെ സമയത്ത് അല്ലേ? റെപ്ലിക്കേഷന്റെ സമയത്ത് വരുന്നതാണത് DNA പോളിമറൈസ് എന്ന് പറയുന്നത്. RNA പോളിമറൈസോ? RNA പോളിമറൈസ് RNA സിന്തസിസ് അല്ലേ? RNA സിന്തസിസ് എന്ന് പറയുന്നത് എന്ത് പ്രോസസ്സാ? DNA നിന്നും RNA സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. DNA പോളിമറൈസ് റെപ്ലിക്കേഷന് വേണ്ടിയിട്ടും RNA പോളിമറൈസ് ട്രാൻസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ DNA പോളിമറൈസും RNA പോളിമറൈസ് എന്താ ചെയ്യുന്നത്? ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? DNA പോളിമറൈസ് ഡിയോക്സി ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് കൊടുക്കും, DNTPസിനെ അല്ലേ? DNTPസിനെ ആഡ് ചെയ്ത് കൊടുക്കും. RNA പോളിമറൈസോ NTP സാധാ
റൈബോന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഇതാണ് എന്ത് RNA പോളിമറൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അപ്പം ഇത് രണ്ടിൻ്റെയും കോമൺ ആയിട്ടുള്ള ഫീച്ചർ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദർ എറർ റേറ്റ്. ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന സിന്തസൈസ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും മിസ്മാച്ച് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന എറർ റേറ്റ് സെയിം ആണെന്നാണ് പറയുന്നത്. ആണോ? അല്ല. DNA പോളിമറൈസിന്റെ എറർ റേറ്റും RNA പോളിമറൈസിന്റെ എറർ റേറ്റും ഡിഫറൻ്റ് ആണ്. അപ്പം ആ ഓപ്ഷൻ നമുക്ക് തെറ്റാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. സെക്കൻഡ് വൺ ഈസ് ദ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ കാറ്റലൈസ്. ഏത് കെമിക്കൽ റിയാക്ഷൻ? ഒരു ന്യൂക്ലിയോടൈഡിലേക്ക് അടുത്ത ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ? ഒരു ന്യൂക്ലിയോടൈഡ് അടുത്ത ന്യൂക്ലിയോടൈഡായിട്ട് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് ഫോർമേഷൻ വഴിയാണ് ഓരോരോ ന്യൂക്ലിയോടൈഡ്സും ആഡ് ചെയ്ത് വരുന്നത്. അത് DNA കേസിലാണെങ്കിലും RNA കേസിലാണെങ്കിലും സെയിം അല്ലേ? ഒന്ന് RNA RNTPസിലേക്ക് റൈബോന്യൂക്ലിയോടൈഡ്സിലോട്ടൊക്കെ ഉള്ള തമ്മിൽ അഡീഷൻ നടക്കുന്നു, അല്ലെങ്കിൽ ഡിയോക്സി ന്യൂക്ലിയോടൈഡ് DNTPസിൽ തമ്മിലുള്ള അവരുടെ അഡീഷൻ നടക്കുന്നു അല്ലേ? അതല്ലേ DNA പോളിമറൈസ് RNA പോളിമറൈസ് ചെയ്യുന്നത്. അപ്പം പ്രത്യക്ഷത്തിൽ രണ്ടുപേരും ചെയ്യുന്നത് ഒരേ കെമിക്കൽ റിയാക്ഷൻ തന്നെയാണ്. അപ്പം അത് നമുക്ക് കറക്റ്റ് ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. DNTPs and RNTPs are carry outing the same chemical reaction. ആണ് ആഡ് ചെയ്യുന്നത്. പക്ഷെ ആഡ് ചെയ്യപ്പെടുന്ന മോളിക്യൂൾസ് ഡിഫറെൻ്റ് ആണ്. DNA പോളിമറൈസ് ആഡ് ചെയ്യുന്നത് ഡിയോക്സി റൈബോന്യൂക്ലിയോടൈഡ്സിനെയാണ് അല്ലേ? ഡിയോക്സി റൈബോ ഷുഗർ ആണ് അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. RNTPs ആഡ് ചെയ്യുന്ന റൈബോന്യൂക്ലിയോടൈഡ്സിനെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ള കാര്യം. ഇനി ദർ പ്രോസസിവിറ്റി. DNA പോളിമറൈസിന്റെ RNA പോളിമറൈസിന്റെ പ്രോസസിവിറ്റി സെയിം ആണ്? അല്ല. DNA പോളിമറൈസിനല്ലോ കൂടുതലായിരിക്കും പ്രോസസിവിറ്റി കൂടുതലായിട്ട് ഉണ്ടാവും അല്ലേ? അപ്പം ഈ ഓപ്ഷനും തെറ്റാണ് എന്നുള്ള കാര്യം. ഈ ഓപ്ഷനും തെറ്റാണ്. ലാസ്റ്റ് ഓപ്ഷൻ ഡി ഓപ്ഷൻ. ദ ന്യൂക്ലിയോടൈഡ് സബ്സ്ട്രേറ്റ് ദേ കോപ്പറേറ്റ്. ന്യൂക്ലിയോടൈഡ് സബ്സ്ട്രേറ്റ് DNA ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യപ്പെടുന്ന സബ്സ്ട്രേറ്റും അതേപോലെ തന്നെ RNA പോളിമറൈസ് ആഡ് ചെയ്യപ്പെടുന്ന സബ്സ്ട്രേറ്റ് സെയിം ആണോ? അല്ല. DNA പോളിമറൈസ് ആഡ് ചെയ്യപ്പെടുന്നത് DNTPസിനെയാണ് അല്ലേ? ഏതാ? അഡിനിൻ ന്യൂക്ലിയോടൈഡ്, തൈമിൻ ന്യൂക്ലിയോടൈഡ്, സൈറ്റോസിൻ ന്യൂക്ലിയോടൈഡ്, ഗ്വാനോസിൻ ന്യൂക്ലിയോടൈഡ് അല്ലേ? RNA പോളിമറൈസ് അഡീഷൻ ചെയ്യുന്ന ആയിരിക്കുക? അഡിനിനെ ആഡ് ചെയ്യും. അതേപോലെ തന്നെ തൈമിന് പകരം യുറാസിലിനെ ആയിരിക്കും ആഡ് ചെയ്യുന്നത്. പിന്നെ സൈറ്റോസിൻ ഗ്വാനിൻ ന്യൂക്ലിയോടൈഡ്സിനെ റൈബോന്യൂക്ലിയോടൈഡ്സിനെ ആയിരിക്കും ആഡ് ചെയ്യുന്നുണ്ടാവുക അല്ലേ? അപ്പം ആ ഓപ്ഷനും കറക്റ്റ്. ഈ ഓപ്ഷനും തെറ്റാണ്. ദ ന്യൂക്ലിയോടൈഡ് സബ്സ്ട്രേറ്റ് ദ ഇൻകോപ്പറേറ്റ്. രണ്ട് തരത്തിലുള്ളതാണ് ഇൻകോപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം ഡി ഓപ്ഷൻ ഈസ് ഓൾസോ ഇൻകറക്റ്റ്. അപ്പം ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ബി ഓപ്ഷൻ. ദ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ദ കാറ്റലൈസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് അതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ദിസ് വിൽ ബി ദ റൈറ്റ് ആൻസർ. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൗ മെനി ടൈപ്സ് ഓഫ് ഹിസ്റ്റോൺ മോളിക്യൂൾസ് ആർ ഫൗണ്ട് ഇൻ? ഹൗ മെനി ടൈപ്സ് ഓഫ് ഹിസ്റ്റോൺ മോളിക്യൂൾസ് ആർ ഫൗണ്ട് ഇൻ? നമ്മൾ പറഞ്ഞിരുന്നു ഏതൊക്കെ ടൈപ്പ് ഹിസ്റ്റോൺ മോളിക്യൂൾസ് ഉണ്ട്? കോർ ഹിസ്റ്റോൺ മോളിക്യൂളും ഉണ്ട്, അതേപോലെ തന്നെ ലിങ്കർ ഹിസ്റ്റോണും ഉണ്ട്. ലിങ്കർ ഹിസ്റ്റോൺ എന്ന് പറയുന്നത് H1 ആയിരിക്കും. കോർ ഹിസ്റ്റോണിൽ ആരൊക്കെ കാണപ്പെടുന്നുണ്ട്? H2A is there, H2B is there, H3 and H4 അല്ലേ? 1, 2, 3, 4, 5. 5 types of histone molecules present in the eukaryotic system. So A, 3. Option 3 is incorrect. Option 4 is incorrect. Option 5 is correct option. And option 6 is incorrect. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാ? 5 ടൈപ്സ് ഓഫ് ഹിസ്റ്റോൺ മോളിക്യൂൾസ് പ്രസന്റ് ആണ് യൂക്കാരിയോട്ടിക് സിസ്റ്റത്തിൽ. ഏതൊക്കെ? H1, H2A, H2B, H3 ആൻഡ് H4. ഓക്കെ, H4. ഇത് ICMR JRFന്റെ 22 ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ DBT JRFന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. യൂക്കാരിയോട്ടിക് RNA പോളിമറൈസസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. RNA പോളിമറൈസ് മീൻസ് ട്രാൻസ്ക്രിപ്ഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നതാണെന്ത് RNA പോളിമറൈസ് എന്ന് പറയുന്നത്. ഓക്കെ, യൂക്കാരിയോട്ടിക് RNA പോളിമറൈസ് ടു ട്രാൻസ്ക്രൈബ്. RNA പോളിമറൈസ് ടു ട്രാൻസ്ക്രൈബ്. യൂക്കാരിയോട്ടിക് RNA പോളിമറൈസ് 2. ഒരു യൂക്കാരിയോട്ടിക് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അവിടെ ഏതൊക്കെ ടൈപ്പ് RNA പോളിമറൈസസ് ആണ് കാണപ്പെടുന്നത്? RNA പോളിമറൈസ് 1, RNA polymerase 2 and RNA polymerase 3 അല്ലേ? 3 ടൈപ്പ് RNA പോളിമറൈസസ് ആണ് എവിടെ കാണപ്പെടുന്നത്? ഒരു യൂക്കാരിയോട്ടിക് സിസ്റ്റത്തിൽ കാണപ്പെടുന്നത്. പക്ഷേ ഒരു പ്രോകാരിയോട്ടിക് സിസ്റ്റം എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഒരൊറ്റൊരു ടൈപ്പ് RNA പോളിമറൈസ് മാത്രമേ കാണപ്പെടുന്നുള്ളൂ.
ഒരൊറ്റ ടൈപ്പ് മാത്രമേ RNA പോളിമറൈസ് എന്ന് മാത്രമേ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. പക്ഷെ ഒരു യൂക്കാരിയോട്ടിൽ 3 ടൈപ്പ് RNA പോളിമറൈസസ് ആണ് കാണപ്പെടുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, RNA പോളിമറൈസ് 2 ആരൊക്കെയാണ് ട്രാൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. RNA പോളിമറൈസ് 2 ട്രാൻസ്ക്രൈബ്സ്. ഓക്കെ, rRNA ആൻഡ് tRNA ആണോ? rRNA ആൻഡ് tRNA അല്ല. rRNAയും tRNA അല്ല RNA പോളിമറൈസ് 2 ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. rRNA ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് മജോറിറ്റി ഓഫ് ദ rRNA ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് RNA പോളിമറൈസ് ഫസ്റ്റ് ആണ്. RNA polymerase first will transcribe majority of the rRNA, that is 5.8, 5.8s, 18s, 28s rRNAs are coded by, are transcribed by the RNA polymerase first, and RNA polymerase second codes for, RNA polymerase second codes most of the mRNA, snRNA, snORNA നമ്മൾ നേരത്തെ പഠിച്ചില്ലായിരുന്നോ? സ്മോൾ ന്യൂക്ലിയർ RNA, സ്മോൾ ന്യൂക്ലിയോലാർ RNA ഒക്കെ കോഡ് ചെയ്യപ്പെടുന്നത് RNA പോളിമറൈസ് സെക്കൻഡ് ആണ്. ഓപ്ഷൻ സെക്കൻഡ്, mRNA ആൻഡ് tRNA ജീൻസ് ആണോ? mRNA ആൻഡ് tRNA കോഡ് ചെയ്യുന്നുണ്ടോ? നോക്കാം നമുക്ക്. തേർഡ് ഓപ്ഷൻ, mRNA ആൻഡ് 5s rRNA ജീൻസ്. 5s rRNA കോഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, 5s rRNA കോഡ് ചെയ്യുന്നില്ല. tRNA കോഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. tRNA കോഡ് ചെയ്യുന്നത് ആരാണ്? tRNA കോഡ് ചെയ്യുന്ന RNA പോളിമറൈസ് 3 ആണ്. RNA പോളിമറൈസ് 3 ഈസ് കോഡിംഗ് ദ tRNA. tRNA കോഡ് ചെയ്യുന്നത് RNA പോളിമറൈസ് 3 ആണ്. ലാസ്റ്റ് ഓപ്ഷൻ ഈസ് mRNA, miRNA, snRNA. യെസ്, mRNAനെയും miRNAനെയും snRNA, ദാറ്റ് ഈസ് മൈക്രോ RNA, സ്മോൾ ന്യൂക്ലിയർ RNA. സ്മോൾ ന്യൂക്ലിയർ RNA ഏതിന്റെ പാർട്ടായിരുന്നു? സ്പ്ലൈസിയോസോം കോംപ്ലക്സിന്റെ പാർട്ടാണത് സ്മോൾ ന്യൂക്ലിയർ RNA എന്ന് പറയുന്നത് അല്ലേ? mRNA എന്ന് പറയുന്നത്, mRNA എന്നാണ് പ്രോട്ടീൻസിന്റെ സിന്തസിസ് നടക്കുന്നത്. miRNA ഡിഫൻസ് മെക്കാനിസത്തിൽ mRNA ഡിഗ്രേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ് miRNA എന്ന് പറയുന്നത്. ഇവരുടെ ഒക്കെ സിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്നത് ഏത് പോളിമറൈസ് ആണ്? RNA പോളിമറൈസ് 2 ആണ് യൂകാരിയോട്സിൽ. അപ്പം ഓപ്ഷൻ, കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡി ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഡി ആണ്. ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ DNA replication വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ്? DNA റെപ്ലിക്കേഷനിൽ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? നമ്മൾ DNA റെപ്ലിക്കേഷൻ പറയുന്ന സമയത്ത് നമ്മൾ ബേസിക് ആയിട്ട് പറയാം അല്ലേ? 5' 3' ഡയറക്ഷനിൽ സ്ട്രാൻഡ് ഉണ്ട് എന്നുള്ള കാര്യം. 5' to 3' ഡയറക്ഷനിൽ ആൻറ്റി പാരലായിട്ട് സ്ട്രാൻഡ്സ് ഉണ്ട് എന്നുള്ള കാര്യം. DNA റെപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇത് 5' to 3' ഡയറക്ഷൻ അല്ലേ? അപ്പം ന്യൂലി സിന്തസൈസിങ് സ്ട്രാൻഡ് ഏത് ഡയറക്ഷനിലായിട്ടായിരിക്കും ഉണ്ടാവുക? ന്യൂലി സിന്തസൈസിങ് ആയിട്ടുള്ള സ്ട്രാൻഡ് ഏത് ഡയറക്ഷനിലായിട്ടായിരിക്കും ഉണ്ടാവുക? ഇങ്ങോട്ടേക്ക്. പുതിയ സ്ട്രാൻഡിന്റെ, ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ ആണെങ്കിൽ ഈ ഡയറക്ഷനിലേക്കായിട്ടായിരിക്കും 5' to 3' ഡയറക്ഷൻ ഉണ്ടാവുക അല്ലേ? ഇനി പഴയ സ്ട്രാൻഡിന്റെ കേസിലാണെങ്കിലോ, പഴയ സ്ട്രാൻഡിന്റെ ഈ സ്ട്രാൻഡിന്റെ ആണെങ്കിലോ, ഈ സ്ട്രാൻഡ് ഇപ്പോൾ ഉള്ളത് ഇങ്ങനെയാണുള്ളത് അല്ലേ? 3' to 5' ഡയറക്ഷൻ. അപ്പം പുതിയ സ്ട്രാൻഡിന്റെ സിന്തസൈസ് എങ്ങനെയാണ് ഉണ്ടാവുക? ഇങ്ങോട്ടേക്കാണ് ഉണ്ടാവുക, 5' to 3' ഡയറക്ഷൻ. ഇവിടെ ലാഗിങ് സ്ട്രാൻഡിന്റെ സിന്തസിസും നടക്കും, ലീഡിങ് സ്ട്രാൻഡിന്റെ സിന്തസിസും നടക്കും അല്ലേ? ലാഗിങ് സ്ട്രാൻഡ് ഇത് 5' to 3' ഡയറക്ഷനായിരിക്കും. അപ്പം ഇതിലൂടെ RNA പോളിമറൈസ് മൂവ് ചെയ്യപ്പെടുന്നതും ഏത് ഡയറക്ഷനിലേക്ക്? ഇങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഈ സ്ട്രാൻഡ് എന്ന് പറയുന്നത്, മേലത്തെ സ്ട്രാൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മേലത്തെ സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് ആയിരിക്കും. ലാഗിങ് സ്ട്രാൻഡിന്റെ സിന്തസിസ് ആയിരിക്കും മേലെ നടക്കുക, താഴെ ലീഡിങ് സ്ട്രാൻഡിന്റെ സിന്തസിസ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഇത് നമ്മുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഇത് 5' to 3' ഡയറക്ഷൻ അല്ലേ? 5' to 3' ഡയറക്ഷൻ തന്നെയായിരിക്കും ആരും പോവുക? DNA പോളിമറൈസ് മൂവ് ചെയ്യുന്നുണ്ടാവുക. DNA പോളിമറൈസ് അതേ സ്ട്രാൻഡ് തന്നെയാണ് മൂവ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സിന്തസൈസ് വന്നു. അപ്പം ഇവിടെ ലീഡിങ് സ്ട്രാൻഡിന്റെ സിന്തസിസ് നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള സ്ട്രാൻഡിൽ, നെക്സ്റ്റ് സ്ട്രാൻഡിൽ എന്ത് ചെയ്യും? ലാഗിങ് സ്ട്രാൻഡിന്റെ സിന്തസിസ് ആയിരിക്കും ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവുക. 5' to 3' കേട്ടോ, 5' to 3', 5' to 3' എന്നുള്ള ഡയറക്ഷനിൽ ലാഗിങ് സ്ട്രാൻഡിന്റെ സിന്തസിസ് ഇതേപോലെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്.
ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. DNA പോളിമറൈസേഷൻ സംഭവിക്കുന്ന സമയത്ത് ഒരു സ്ട്രാൻഡിൽ ലീഡിംഗ് സ്ട്രാൻഡും മറ്റേ സ്ട്രാൻഡിൽ ലാഗിംഗ് സ്ട്രാൻഡിന്റെ സിന്തസിസ് ആയിരിക്കും നടക്കുക. ഒരു റെപ്ലിക്കേഷൻ ഫോർക്ക് എടുക്കുകയാണെങ്കിൽ ഒരു ലീഡിംഗ് സ്ട്രാൻഡിന്റെ ലാഗിംഗ് സ്ട്രാൻഡിന്റെ ആയിട്ടുള്ള സിന്തസിസ് ആയിരിക്കും നടക്കുന്നുണ്ടാവും. സോ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. They are formed during the continuous synthesis of the leading strand. Leading strand in the synthesis നടക്കുന്ന സമയത്താണോ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിന്റെ ഫോർമേഷൻ നടക്കുന്നത്? അല്ല. അപ്പോൾ ആ ഓപ്ഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം അല്ലേ? എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? They are short DNA sequences synthesized on the lagging strand. They are short DNA sequences synthesized on the lagging strand. അല്ലേ, ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് പറയുന്നത് ഷോർട്ട് DNA സീക്വൻസ് ആണ്, ലാഗിംഗ് സ്ട്രാൻഡ് സിന്തസൈസ് പെടുന്ന സീക്വൻസ് ആണെന്ന് നമുക്കറിയാം. സോ ദിസ് വിൽ ബി ദ റൈറ്റ് ആൻസർ ഓർ റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള രണ്ട് ഓപ്ഷൻസും നമുക്ക് നോക്കി നോക്കാം. They are involved in the initiation of replication on the leading strand. ആണോ? അല്ല. ഇനീഷ്യേഷൻ സമയത്ത് ഇൻവോൾവ് ചെയ്യപ്പെടുന്നതാണോ? അല്ലല്ലോ. അപ്പോൾ ആ ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് ദേ പ്രിവെന്റ് ദ ഫോർമേഷൻ ഓഫ് റെപ്ലിക്കേഷൻ ഫോർക്ക്. ആണോ? അങ്ങനെയൊന്നുമില്ല. ഒരു റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുന്ന സമയത്ത് ഇതാണ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുന്നത്. ഒരു സൈഡിലോട്ടേക്കുള്ള റെപ്ലിക്കേഷൻ ഫോർക്ക്, ഇത് നെക്സ്റ്റ് സൈഡിലോട്ടേക്കുള്ള റെപ്ലിക്കേഷൻ ഫോർക്ക്. ഓക്കെ, ഇതൊരു റെപ്ലിക്കേഷൻ ഫോർക്ക്, ഇതൊരു നെക്സ്റ്റ് റെപ്ലിക്കേഷൻ ഫോർക്ക്. യൂക്കാരിയോട്ടിക് DNA സിസ്റ്റത്തിൽ ബൈ ഡയറക്ഷനിലായിട്ട് ഇങ്ങോട്ടേക്കും ഒരു DNA റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ടാവും, അങ്ങോട്ടേക്കും ഒരു DNA റെപ്ലിക്കേഷൻസ് നടക്കുന്നുണ്ടാവും. ഇങ്ങോട്ടേക്കും ഒരു DNA റെപ്ലിക്കേഷൻസ് നടക്കുന്നുണ്ടാവും അല്ലേ? അപ്പം ഈ റെപ്ലിക്കേഷൻ ഫോർക്കിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ്? ഇല്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റും ഇല്ല, അങ്ങനെ ഒരു മെക്കാനിസവും നടക്കുന്നില്ല. അപ്പം ഈ ഓപ്ഷന് നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്തോളാം, ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്തോളാം. അപ്പൊ റൈറ്റ് ഓപ്ഷൻ എന്താണ്? ദിസ് വൺ, ബി ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ റോങ് ആണ്. ആയിരിക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. DNA മെക്കാനിസം എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക. DNA റെപ്ലിക്കേഷൻ എങ്ങനെയാണ് മെഷീനറീസ് മൂവ് ചെയ്യുന്നത്, ഏതൊക്കെ മെഷീനറീസ് ആണ് ആദ്യം വരുന്നത്, അതെങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്യുന്നത്, ഏത് ഡയറക്ഷനിലേക്കാണ് ലീഡിംഗ് സ്ട്രാൻഡിന്റെ സിന്തസിസ് നടക്കുന്നത്, ഏത് ഡയറക്ഷനിലേക്കാണ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിന്റെ സിന്തസിസ് നടക്കുന്നത്, ഏത് ഡയറക്ഷനിലേക്കാണ് ഹെലിക്കേസ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹെലിക്കേസ് മൂവ് ചെയ്യുന്നത്, DNA പോളിമറൈസ് മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ DNA റെപ്ലിക്കേഷൻസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതിൻ്റെ ഡയറക്ഷൻസ്, ഫാക്ടേഴ്സ്, റെപ്ലിക്കേഷൻ ഫാക്ടേഴ്സ്, കാര്യങ്ങളൊക്കെ, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്ട്രക്ചറൽ കമ്പോണൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ DNA റെപ്ലിക്കേഷൻസ് പഠിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് next question is which enzyme is primarily responsible for linking Okazaki fragments together during the DNA replication? ഞാൻ പറഞ്ഞിരുന്നു ലീഡിംഗ് സ്ട്രാൻഡിന്റെ സിന്തസിസ് നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ലാഗിംഗ് സ്ട്രാൻഡിന്റെ സിന്തസിസ് നടക്കുന്നുണ്ട്. ലാഗിംഗ് സ്ട്രാൻഡിൽ സിന്തസൈസ് ചെയ്യപ്പെടുന്നത് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് ആണ്. ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA ആണ് ഡോട്ടർ സ്ട്രാൻഡിലായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ ഡോട്ടർ സ്ട്രാൻഡിലുള്ള ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യണം അല്ലേ, എന്നാലേ അതൊരു കംപ്ലീറ്റ് സ്ട്രാൻഡ് ആയിട്ട് മാറുകയെന്നുള്ളൂ അല്ലേ, കംപ്ലീറ്റ് സ്ട്രാൻഡ് ആയിട്ട് മാറുന്നുണ്ടോ? ഇതൊന്ന് നോക്കി നോക്കൂ. ഇതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് അല്ലേ, നമ്മളെ പാരലൽ സ്ട്രാൻഡ് ആണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയാം, നോൺ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയാം, ആന്റി സെൻസ് സ്ട്രാൻഡ് എന്ന് പറയാം. എന്ത് പറഞ്ഞാലും സെയിം ആണ്. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയാം, നോൺ കോഡിംഗ് എന്ന് പറയാം, ആന്റി സെൻസ് സ്ട്രാൻഡ് എന്ത് പറഞ്ഞാലും സെയിം മീനിങ് ആണുള്ളത്. ഓക്കെ, പാരന്റൽ സ്ട്രാൻഡിൽ നിന്നും നമുക്ക് ആര് സിന്തസൈസ് ചെയ്തെടുക്കണം? DNA സിന്തസൈസ്, ഡോട്ടർ സ്ട്രാൻഡിൽ DNA സിന്തസൈസ് ചെയ്തെടുക്കണം. പാരലൽ സ്ട്രാൻഡിന്റെ ഡയറക്ഷൻ 5' to 3' ഡയറക്ഷൻ ഉണ്ട് അല്ലേ, 5' to 3' ഡയറക്ഷൻ. അപ്പൊ DNA പോളിമറൈസ് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക? 5' to 3' ഡയറക്ഷനിലാണ് ഡോട്ടർ സ്ട്രാൻഡിനെ ക്രിയേറ്റ് ചെയ്യുക അല്ലേ. ഡോട്ടർ സ്ട്രാൻഡ്സിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് 5' to 3' ഡയറക്ഷനിലായിട്ടായിരിക്കും എന്ത് ഡോട്ടർ സ്ട്രാൻഡ്സിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടാവുക. അപ്പം DNA പോളിമറൈസ് മൂവ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും അല്ലേ, ഈ ഡയറക്ഷനിലോട്ടേക്കായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവും. കാരണം ഡോട്ടർ സ്ട്രാൻഡിലെ ഡയറക്ഷൻ വരുന്നത് 5' to 3' അല്ല, ഇങ്ങനെയല്ല നമുക്ക് ന്യൂക്ലിയോടൈഡ്സിനെ സിന്തസൈസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. DNA ന്യൂക്ലിയോടൈഡ്സ് ഹാവ് ബീൻ ആഡഡ് ടു ദ പ്രൈമർ ബൈ DNA പോളിമറൈസ് 3. ആദ്യം പ്രൈമേസ് വന്നിട്ട് ഗ്രീൻ കളറിലുള്ളത്,
പ്രൈമർ റൈബോന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ആര് വരും? DNA പോളിമറൈസ് 3 വന്നതിന് ശേഷം ന്യൂക്ലിയോടൈഡ്സിനെ സിന്തസൈസ് ചെയ്ത് വരുന്നു. ഓക്കെ, ന്യൂക്ലിയോടൈഡ്സിനെ സിന്തസൈസ് ചെയ്ത് വരുന്നു. കണ്ടോ, ന്യൂക്ലിയോടൈഡ്സിനെ സിന്തസൈസ് ചെയ്ത് വരുന്നത് ലാഗിങ് സ്ട്രാൻഡ് വരുന്ന സമയത്ത് RNA പ്രൈമർ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ പ്രൈമറിൽ നിന്നും ആര് വരും? DNA ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിനെ ഇതേപോലെ പ്രൈമർ ഇവിടെ ഉണ്ടാവും, അവിടെ നിന്നും റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിനെ സിന്തസൈസ് ചെയ്യും. ഈ സിന്തസൈസ് ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ നിക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. രണ്ട് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിന്റെ ഇടയിലായിട്ട് ഒരു നിക്ക് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ നിക്ക് പൊസിഷൻ സീൽ ചെയ്യുന്നത് ഏത് എൻസൈം ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ നിക്ക് പൊസിഷൻ സീൽ ചെയ്യുന്നത് ഏത് എൻസൈം ആണ് എന്ന് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു നിക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ നിക്ക് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് എൻസൈം ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് എൻസൈം ഈസ് കോൾഡ് DNA ligase. ഓക്കെ, DNA ലിഗേസിനെ നമ്മൾ വേറൊരു ക്വസ്റ്റ്യനിൽ പരിചയപ്പെട്ടിരുന്നു. ഏതായിരുന്നു? ATP ഡിപ്പെൻഡന്റ് ATP ഹൈഡ്രോളിസിസ് വഴിയാണെന്ത് DNA ലിഗേസസ് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്നത് അല്ലേ? അതായിരുന്നു അവിടെ പരിചയപ്പെട്ടത്. ഇവിടെ എന്താ നമ്മൾ പഠിച്ചത്? നിക്കിന്റെ ലിഗേഷൻ നടത്തുന്നത്, നിക്കിൻസിനെ ജോയിൻസ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിലെ നിക്സ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ആണ് ഇത് DNA ligase. ഇറ്റ് ഈസ് എ most important enzyme, one of the most important enzyme in DNA replication. Okay, DNA ligase. മറക്കരുത്, DNA ligase. ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി നമുക്ക് നോക്കി നോക്കാം. DNA പോളിമറൈസ് 3 എന്തിനു വേണ്ടിയിട്ടായിരുന്നു? DNA പോളിമറൈസ് 3 ലീഡിംഗ് സ്ട്രാൻഡിന്റെ സിന്തസിസിന് അല്ലേ? ലീഡിംഗ് സ്ട്രാൻഡിന്റെ സിന്തസിസിന് വേണ്ടിയിട്ടാണ് എന്ത് DNA പോളിമറൈസ് 3 വരുന്നത് അല്ലേ? ഒരു പ്രോകാരിയോട്ടിക് സിസ്റ്റത്തിൽ ലീഡിംഗ് സ്ട്രാൻഡിന്റെ സിന്തസിസിനാണ് DNA പോളിമറൈസ് 3 ഉള്ളത്. ഹെലിക്കേസ് എന്ന് പറഞ്ഞ എൻസൈം എന്തിനു വേണ്ടിയിട്ടാണ്? ഹെലിക്കേസ് എൻസൈം നമ്മളെ DNA സ്ട്രാൻഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? രണ്ട് ഇതേപോലത്തെ പാരലി അറേഞ്ച്ഡ് ആയിട്ടുള്ള സ്ട്രാൻഡ് ആയിരിക്കും. ഈ റെപ്ലിക്കേഷൻ മെഷീനറി എല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം DNA പോളിമറൈസിന് മൂവ് ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ പറഞ്ഞു DNA പോളിമറൈസ് 3 ആണ് സിന്തസൈസ് ചെയ്ത് പോകുന്നത് എന്നുള്ള കാര്യം. DNA പോളിമറൈസ് 3 DNA പോളിമറൈസ് 1 ഒക്കെ ഇൻവോൾവ് ആണ്. അവർക്ക് മൂവ് ചെയ്ത് പോകണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കൂടെ പോകണം, ഈ സ്ട്രാൻഡിന്റെ ഉള്ളിൽ കൂടെ പോകണം. അപ്പൊ അതിനെ അൺവൈൻഡ് ചെയ്യണം, സ്ട്രാൻഡിനെ അൺവൈൻഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ഇവിടെ ഒരു റെപ്ലിക്കേഷൻ ബബിൾ പോലെ ഫോം ചെയ്ത് റെപ്ലിക്കേഷനെ ഇതേപോലെ അൺവൈൻഡ് ചെയ്ത് നിർത്തണം. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ സ്ട്രാൻഡിനെ അൺവൈൻഡ് ചെയ്ത് ഇങ്ങനെ പോകണം. അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈം. ഓക്കെ, ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈം അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ്. DNA അൺവൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ഇത് ഹെലിക്കേസ് എന്ന് പറയുന്നത്. DNA ലിഗേസ് നമ്മൾ എന്ത് പറഞ്ഞു? എന്താ പഠിച്ചത്? നിക്ക് സീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? നിക്ക് സീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് എന്ത്? DNA ലിഗേസ്. പ്രൈമേസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്രൈമേസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? DNA പോളിമറൈസിന് ആദ്യം തന്നെ DNA റെപ്ലിക്കേഷൻ ഫസ്റ്റ് ഒരു ന്യൂക്ലിയോടൈഡ് ഇട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിനൊരു ഫ്രീ ആയിട്ടുള്ള ഒരു 3' OH ഗ്രൂപ്പ് അവിടെ വേണം അല്ലേ? 3' ആയിട്ടുള്ള ഒരു OH ഗ്രൂപ്പാണ്. അപ്പോൾ ആ OH ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം DNA റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആര് വരും? പ്രൈമേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം വരും. ആ പ്രൈമേസ് എന്ന എൻസൈം ആദ്യം എന്ത് ആഡ് ചെയ്ത് കൊടുക്കും? റൈബോന്യൂക്ലിയോടൈഡ്സ് ഗ്രീൻ കളറിൽ കാണിച്ചില്ലേ? റൈബോന്യൂക്ലിയോടൈഡ്സ് ആയിട്ടുള്ള RNA പ്രൈമേസ് ഇട്ട് കൊടുക്കും. കണ്ടോ, RNA primers are added by RNA primase. പ്രൈമേസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിനുശേഷമാണ് ആര് വരുന്നത്? DNA പോളിമറൈസ് 3 വരുന്നത്. DNA പോളിമറൈസ് 3 വന്നിട്ട് ബാക്കിയുള്ള ന്യൂക്ലിയോടൈഡ്സിന് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അഡീഷൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് അഡീഷൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ DNA പോളിമറൈസ് 3 പ്രൈമേസിന്റെ ഫംഗ്ഷൻ എന്താ? റൈബോന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എന്ത്? പ്രൈമേസിന്റെ ഫംഗ്ഷൻ. വിച്ച് വിൽ ബി ആഡിങ് ദ പ്രൈമറിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, പ്രൈമറിനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന പണിയാണ് ആര് ചെയ്യുന്നത്? പ്രൈമർ എൻസൈം ചെയ്യുന്നു. ഓരോ എൻസൈമിന്റെ ഫംഗ്ഷൻസ് മനസ്സിലായാലോ? ഇത്രയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എൻസൈംസ് ഒക്കെ റെപ്ലിക്കേഷനിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ എൻസൈംസിന്റെ ഫംഗ്ഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, കൃത്യമായിട്ട് ഓരോ എൻസൈംസിന്റെ ഫംഗ്ഷൻസ് പഠിച്ചു വെക്കുക. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. Okay, next question. The site where DNA replication initiates is known as the
DNA replication start ചെയ്യുന്ന പൊസിഷനെ എന്താണ് പറയുന്നത്? ഓക്കെ, DNA replication start ചെയ്യുന്ന പൊസിഷനെ എന്താണ് പറയുന്നത്? പ്രോകാരിയോട്ട് ആയാലും യൂകാരിയോട്ട് ആയാലും നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? ഒരു റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ ഉണ്ട് അല്ലേ? പ്രോകാരിയോട്ടിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ, ഒരു പ്രോകാരിയോട്ടിക് DNA എടുക്കുകയാണെങ്കിൽ അതിൽ ഒറ്റൊരു പൊസിഷനിൽ മാത്രമേ DNA റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഒരു യൂകാരിയോട്ടിന്റെ എടുക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ പൊസിഷൻസിൽ അവിടെ എന്ത് ചെയ്യും? DNA റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. യൂകാരിയോട്ടിന്റെ കേസിൽ മൾട്ടിപ്പിൾ പൊസിഷൻസിൽ DNA റെപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. പ്രോകാരിയോട്ടിൽ ഒരു പൊസിഷനിൽ മാത്രം ക്യാരി ഔട്ട് ചെയ്യുന്നത് എന്താ? കാരണം ജീനോം സൈസ് വളരെയധികം ചെറുതാണ് യൂകാരിയോട്ടിന് വെച്ച് കൊടുക്കുന്ന സമയത്ത്. പക്ഷേ ഒരു യൂകാരിയോട്ട് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ജീനോം സൈസ് വളരെയധികം കൂടുതലായിരിക്കും അല്ലേ? കമ്പയർ ടു പ്രോകാരിയോട്ട് ജീനോം സൈസ് ഈസ് വെരി മച്ച് ഹയർ. സോ ഈ പൊസിഷനെയാണ് നമ്മൾ എന്ത് പറയും? ഈ പൊസിഷനെ എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് റെപ്ലിക്കേഷൻ ഫോർക്ക്. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. തേർഡ് ഓപ്ഷൻ ഈസ് സെൻട്രോമിയർ. ഫോർത്ത് ഓപ്ഷൻ ഈസ് ടീലോമിയർ. സെൻട്രോമിയർ ടീലോമിയറിന് നമുക്ക് അപ്പം തന്നെ അവോയ്ഡ് ചെയ്ത് കളയാം അല്ലേ? സെൻട്രോമിയറും ടീലോമിയറും ഏതിൻ്റെ പാർട്ടാണ്? ക്രോമസോമിൻ്റെ പാർട്ടായിട്ടുള്ളതാണത് സെൻട്രോമിയർ ടീലോമിയർ എന്ന് പറയും. ഈ പോർഷനാണ് സെൻട്രോമിയർ, ഈ പോർഷനാണ് ടീലോമിയർ. അതിന് ക്രോമസോമിൻ്റെ റെപ്ലിക്കേഷൻ ടൈമിൽ യാതൊരു ഇമ്പോർട്ടൻസും വരുന്നില്ല. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. ഓക്കെ, എലിമിനേറ്റ് ചെയ്തു. ബാക്കി രണ്ട് ഓപ്ഷനാണ്, ഒന്ന് റെപ്ലിക്കേഷൻ ഫോർക്ക്, ഒന്ന് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒറി എന്ന് നമ്മൾ പറയും. റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുന്നത് നമ്മൾ റെപ്ലിക്കേഷൻസ് മെഷീനറീസ് ആഡ് ചെയ്ത സമയത്ത്, ഞാൻ മനസ്സിലായിരുന്നോ? റെപ്ലിക്കേഷൻ മെഷീനറീസ് ആഡ് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്നതാണത്. റെപ്ലിക്കേഷൻ മെഷീനറീസ് ആഡ് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഇതാണ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുന്നത്. ദിസ് ഈസ് വൺ ഫോർക്ക് ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് ഫോർക്ക്. ഓക്കെ, അപ്പം ആദ്യം അൺവൈൻഡ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ചെയ്യുന്ന പൊസിഷനാണ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന്. അതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു പൊസിഷൻ ഉണ്ടാവുമല്ലോ, അതിനെ പറയുന്ന പേരാണ് എന്ത്? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, ഒറി. ദിസ് ഈസ് ഒറി 1, ദിസ് ഈസ് ഒറി, ദിസ് ഓൾസോ ഒറി. ഉണ്ടോ? റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷനെ നമ്മൾ പറയുന്ന പേരാണത് ഒറി സൈഡ്സ്. ഓക്കെ, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. സോ ദിസ് വിൽ ബി ദ റൈറ്റ് ആക്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ ആണ് എന്ത്? കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ബാക്കിയെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റും. ബാക്കി ഓപ്ഷൻസ് ഒക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻസറിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Next question is, which enzyme unwinds the DNA helix? Which enzyme unwinds the DNA helix at the replication fork during the DNA replication? നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ, റെപ്ലിക്കേഷൻ്റെ സമയത്ത് DNA അൺവൈൻഡ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരാണെന്ത്? DNA helicase. റൈറ്റ്, DNA ഹെലിക്കേസ് ആണ് DNA ഹെലിക്സിനെ അൺവൈൻഡ് ചെയ്യുന്നത്. ഹെലിക്സ് എന്ന് പറയുമ്പോൾ ഇതേപോലെ ആയിരിക്കും DNA ഉണ്ടാവുക അല്ലേ? ഇതേപോലെ ആയിരിക്കും DNA ഉണ്ടാവുക. 5 പ്രൈം 3 പ്രൈം 5 പ്രൈം നമ്മൾ വരയ്ക്കുന്നതിൻ്റെ ഈസിനെസ്സിനാണ് ഇതേപോലെ വരച്ചു വെക്കുന്നത് അല്ലേ? ഇവർ തമ്മിലുള്ള ബോണ്ടിങ് ഇങ്ങനെ ഇതേപോലെ ഉണ്ടാവും. ഇതാണ് DNA എന്ന് പറയുന്നത്. ഇതിനെ അൺവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടോ? ഇതേപോലെ അൺവൈൻഡ് ചെയ്തിട്ടുള്ളൊരു പോർഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും ബാക്കി അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് അൺവൈൻഡ് ചെയ്ത് കൊണ്ടേ റെപ്ലിക്കേഷൻ നടക്കുന്നതിന് അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണിത് DNA ഹെലിക്കേസ്. DNA ഹെലിക്കേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ബി. കറക്റ്റ് ഓപ്ഷൻ DNA ഹെലിക്കേസ് ആക്കി. ബാക്കിയുള്ള ഏതൊക്കെയാണെന്ന് നോക്കിയേ. DNA ഫസ്റ്റ് ഓപ്ഷൻ DNA പോളിമറൈസ് ആണ് പറയുന്നത്. DNA പോളിമറൈസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? DNAന്റെ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ന്യൂലി സിന്തസൈസ് സ്ട്രാൻഡ്, ഡോട്ടർ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DNA പോളിമറൈസസുകൾ ഉള്ളത് അല്ലേ? DNA ടോപ്പോ ഐസോമറൈസ്, അത് പുതിയതായിട്ടുള്ള ഒരു എൻസൈമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് അല്ലേ? ടോപ്പോ ഐസോമറൈസ് എന്താ? നമ്മൾ ഇതേപോലെ അൺവൈൻഡ് ചെയ്യുന്ന സമയത്ത് DNA അൺവൈൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മളിങ്ങനെ അൺവൈൻഡ് ചെയ്ത സമയത്ത് ഇവിടെ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും ഇല്ലേ? ഇങ്ങോട്ടേക്ക് ഞെരുക്കം വരൂലേ? നമ്മളൊരു കയറെടുത്തിട്ട് ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നടുക്ക് പിടിച്ചിട്ട്
ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തോട്ടേക്കും സ്ട്രെയിൻ വരും, അവിടെ ടൈറ്റൻ ആവും. അപ്പോൾ സ്ട്രാൻഡ് പൊട്ടിപ്പോകാനുള്ള ചാൻസ്, സ്ട്രാൻഡ് വളരെയധികം കൺസ്ട്രെയിൻ ആവാനുള്ള, ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ, സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലേ, സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള എൻസൈമാണെന്ത്, ടോപ്പോ ഐസോമറൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈം വരും. ടോപ്പോ ഐസോമറൈസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം വന്നതിന് ശേഷം ഈ സ്ട്രാൻഡിൽ എന്ത് ചെയ്യും, ബ്രേക്കേജ് ഉണ്ടാക്കും. സ്ട്രാൻഡ് ബ്രേക്കേജ് ഉണ്ടായതിനു ശേഷം ആ ടെൻഷൻ അവിടെ നിന്നും റിലീസാക്കും. ഓക്കെ, ആ ടെൻഷൻ റിലീസാക്കും, സ്ട്രാൻഡിനെ ലൂസാക്കി കൊണ്ടുവരും, നെഗറ്റീവ്ലി സൂപ്പർ കോയിൽഡ് സ്റ്റേറ്റിലോട്ടേക്ക് സ്ട്രാൻഡിനെ കൊണ്ടുവരും. അത് ചെയ്യുന്ന എൻസൈമാണെന്ത്, ടോപ്പോ ഐസോമറൈസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം. ഓക്കെ, ടോപ്പോ ഐസോമറൈസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഈസ് പ്രൈമേസ്. പ്രൈമേസ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, DNA റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റൈബോ ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണത് പ്രൈമേസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രൈമേസിന്റെ ഫംഗ്ഷനും നമുക്ക് മനസ്സിലായി, ടോപ്പോ ഐസോമറൈസിന്റെ ഫംഗ്ഷനായി, DNA പോളിമറൈസിന്റെ ഫംഗ്ഷനും മനസ്സിലായി. ഓക്കെ, ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ ഏതാ, DNA ഹെലിക്കേസ്. DNA അൺവൈൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ആണത് DNA ഹെലിക്കേസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കണ്ടോ, ഇതാണ് DNA ഹെലിക്കേസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഹെലിക്കേസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിൽ തന്നെ അത് ഏത് ചെയ്യുന്നു, സ്ട്രാൻഡിനെ സെപ്പറേറ്റ് ചെയ്യുന്നു, സ്റ്റാൻഡിനെ സെപ്പറേറ്റ് ചെയ്ത് പോകുന്നു. വേറൊരു പോയിന്റ് കൂടി നമ്മൾ പഠിച്ചിരുന്നത് എന്താ, DNA ഹെലിക്കേസിന്റെ ലോഡ് ചെയ്യുന്ന സമയത്ത്, ആക്ഷന്റെ സമയത്ത് ATP യൂട്ടിലൈസേഷൻ നടക്കുന്നു. കണ്ടോ, ATP യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. ATPനെ ADP പ്ലസ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. അതുവഴിയാണ് എന്ത്, DNA ഹെലിക്കേസ് ഫംഗ്ഷൻ ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്നത്. ഇതിലൂടെ അതിന്റെ അൺവൈൻഡിങ് നടക്കും അല്ലേ, അൺവൈൻഡിങ് ചെയ്ത് പോകുന്നുണ്ട്. ഏത് ഡയറക്ഷനിലാണ് അൺവൈൻഡിങ് ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്നത്, 5' to 3' എന്നുള്ള ഡയറക്ഷനിലാണ് അതിന്റെ അൺവൈൻഡിങ് നടക്കുന്നത്. കണ്ടോ, ഏത് സ്ട്രാൻഡിലായിട്ടുള്ളത്, 5' to 3' ആയിട്ടുള്ള സ്ട്രാൻഡിലായിട്ടല്ലേ DNA ഹെലിക്കേസ് കാണപ്പെടുന്നത് അല്ലേ. കണ്ടോ, ഈ സ്ട്രാൻഡിലല്ലേ ഉള്ളത്, ഈ സ്ട്രാൻഡിലേക്കായിട്ടാണുള്ളത്. അപ്പോൾ 5' to 3' ഡയറക്ഷനിലാണെന്ത്, ഹെലിക്കേസ് ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്നത്. ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ 5' to 3' ഡയറക്ഷനിലാണ് ഹെലിക്കേസ് ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്നത്. ഡയറക്ഷൻ ഓർത്ത് വെക്കണം, ചില സമയത്ത് ഡയറക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് CSIR പോലുള്ള എക്സാംസിന് ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിഫൈൻസ് റെപ്ലിക്കോൺ. റെപ്ലിക്കോൺ എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റെപ്ലിക്കോൺ കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് എന്ന്. ഓക്കെ, ദ എൻറ്റയർ റീജിയൻ ഓഫ് DNA where replication takes place. The entire region of DNA where DNA replication takes place. അതാണോ, നോക്കി നോക്കാം. ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി നോക്കി നോക്കാം. A segment of DNA between 2 telomeres. 2 telomeresനുള്ള ഇടയ്ക്കുള്ള പൊസിഷന് നമ്മൾ ഇങ്ങനെ പറയാറുണ്ടോ, റെപ്ലിക്കോൺ എന്ന് പറയാം? ഇല്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല, അത് റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ്. Next one is a specific DNA sequences where transcription begins. ആണോ? ഇല്ല, ട്രാൻസ്ക്രിപ്ഷൻ ബിഗിൻ ചെയ്യുന്നതിന് നമ്മൾ റെപ്ലിക്കോൺ എന്നും പറയില്ല. റെപ്ലിക്കേഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേമാണ് ഇത് റെപ്ലിക്കോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഈസ് എ DNA സെഗ്മെന്റ് ദാറ്റ് എൻകോഡ്സ് ഒക്കസാക്മി ഫ്രാഗ്മെന്റ്സ്. ആണോ? ഒക്കസാക്മി ഫ്രാഗ്മെന്റ്സ് കോഡ് ചെയ്യപ്പെടുന്ന ഏതെന്ന ലാഗിങ് സ്ട്രാൻഡ് എന്നാണ് സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. അതിന് നമ്മൾ ലാഗിങ് സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ പോരെ, റെപ്ലിക്കോൺ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? റെപ്ലിക്കോൺ എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ റെപ്ലിക്കോൺ മീൻ ചെയ്യുന്ന എന്താ, ദ എൻറ്റയർ റീജിയൻ ഓഫ് DNA where replication takes place. Replication takes place in the entire region ആണ് നമ്മൾ എന്ത് പറയുന്നത്, റെപ്ലിക്കോൺ എന്ന ടേം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. റെപ്ലിക്കോൺ എന്ന ടേം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റെപ്ലിക്കോൺ എന്ന് വെച്ചാൽ the entire region of DNA where replication takes place, which is we call it as replicon. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Next question. In bacteria means prokaryotes. Okay, in bacteria, DNA replication, how many origins of replications are typically on the circular chromosomes? Circular chromosome. Bacterial DNA എന്തായിരിക്കും? Most of the cases അത് circular DNA ആയിരിക്കും അല്ലേ? നമ്മൾ യൂക്കാരിയോട്ടിൻ്റെ എല്ലാം കേസിൽ എങ്ങനെയായിരിക്കും DNA ഉണ്ടാവുക? ലീനിയർ ആയിട്ടായിരിക്കും, രണ്ട് ഫ്രീ ആയിട്ടുള്ള എൻഡ് ഉണ്ടാവും
അല്ലേ? പക്ഷെ പ്രോക്യാരിയോട്സിൻ്റെ കേസിൽ സർക്കുലർ DNA ആയിരിക്കും എന്ത് അതിൻ്റെ ക്രോമസോമൽ DNA എന്ന് പറയുന്നത്. ഈ ക്രോമസോമൽ DNAയിൽ എത്ര ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻസ് ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബാക്ടീരിയ എന്തിന് എക്സാമ്പിളാണ്? പ്രോക്യാരിയോട്സിന് എക്സാമ്പിളാണെന്ത് ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പം പ്രോക്യാരിയോട്സിൽ എത്ര ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻസ് ഉണ്ടാവും റെപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത്? 1, റൈറ്റ്? ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഒറ്റൊരു പൊസിഷനിൽ നിന്ന് മാത്രമേ എന്തോ DNA റെപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും, അല്ലേ? DNA റെപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം ഒറ്റൊരു ഒറി സൈറ്റ് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവൂ. അപ്പം ദ ആൻസർ ഈസ് 1, റൈറ്റ്? ആൻസർ ഈസ് 1. ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി നോക്കി നോക്കാം. 2 ആണോ? ഇല്ല, 2 സൈറ്റ്, അങ്ങനെ 2 സൈറ്റ് ആയിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. തേർഡ് ഓപ്ഷൻ ഈസ് സി ഈസ് മൾട്ടിപ്പിൾ അറ്റ്ലീസ്റ്റ് 1 പെർ ക്രോമസോം ആണോ? ഒരു ക്രോമസോമിൽ ആമിൽ ഒരെണ്ണം വെച്ച് മൾട്ടിപ്പിൾ എണ്ണം ഉണ്ടാവും എന്നുള്ളതാണോ? ഇല്ല, മൾട്ടിപ്പിൾ റെപ്ലിക്കേഷൻ സൈറ്റ്സ് ഉണ്ടാവും. അത് ഏതിലാണ് കാണപ്പെടുന്നത്? യൂക്യാരിയോട്ടിക് സിസ്റ്റത്തിലാണ് മൾട്ടിപ്പിൾ റെപ്ലിക്കേഷൻ സൈറ്റ്സ് കാണപ്പെടുന്നത്, മൾട്ടിപ്പിൾ ഒറി സൈറ്റ്സ് കാണപ്പെടുന്നത്, അല്ലേ? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റ്സ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഓപ്ഷനും തെറ്റാണ്. ലാസ്റ്റ് ഓപ്ഷൻ നൺ. റെപ്ലിക്കേഷൻ ഒക്കേഴ്സ് റാൻഡംലി. ഏതെങ്കിലും ഒരു പൊസിഷനിൽ എങ്ങനെ റാൻഡം ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു ഇന്ന പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ദാറ്റ് ഓൾസോ റോങ് സ്റ്റേറ്റ്മെന്റ്. നോ റെപ്ലിക്കേഷൻ ഒക്കേഴ്സ് റാൻഡംലി എന്നുള്ള പോയിന്റ് എന്താണ്? റോങ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സോ ദ ഫസ്റ്റ് ഓപ്ഷൻ A1 ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദിസ് ആൻസർ. ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ വിശദീകരണമാണ് ഇത്. പ്രോക്യാരിയോട്ടിക് സിസ്റ്റത്തിൻ്റെ ബാക്ടീരിയൽ DNA ആണത്. ബാക്ടീരിയൽ DNA ഒരേ ഒരു പൊസിഷനിൽ മാത്രമേ എന്തോ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഒരേ ഒരു റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു 2 ഡയറക്ഷനിലോട്ടേക്കും ബൈ ഡയറക്ഷനിലായിട്ട് റെപ്ലിക്കേഷൻ സിന്തസൈസ് ചെയ്തതിന് പോയതിനു ശേഷം ഇവഞ്ച്വലി 2 സർക്കുലർ DNA മോളിക്യൂൾസ് ഓരോന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞത് ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് തന്നിരിക്കുന്നു. ഓക്കെ, ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഇലക്ട്രോൺ മൈക്രോഗ്രാഫ് പിക്ചറാണ്. റിയൽ ആയിട്ടുള്ള പിക്ചർ ഇങ്ങനെ ആയിരിക്കും. കണ്ടോ, ഒരു റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ്. DNA ഫുള്ളായിട്ട് DNA ആണ് കാണിച്ചിട്ടുള്ളത്. അവിടെ നിന്നും DNA റെപ്ലിക്കേഷൻ തീറ്റ മോഡ് എന്നുള്ള ഫോമിലോട്ടേക്ക് എത്തുന്നു. 2 സൈഡിലേക്കും ബൈ ഡയറക്ഷനിലായിട്ട് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു. ഓക്കെ, അതിനുശേഷം 2 സർക്കുലർ DNAs ലാസ്റ്റ് എൻഡിലായിട്ട് ഫോം ചെയ്യപ്പെടുന്നു. ഇനി in eukaryotic cells multiple replication origins are needed because എന്തിനാണ് യൂക്യാരിയോട്ടിക് സിസ്റ്റത്തിൽ മൾട്ടിപ്പിൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വേണ്ടത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി അതിനുള്ള ആൻസർ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു, ഇല്ലേ? മൾട്ടിപ്പിൾ ഒറിജിൻസ് ഓഫ് റെപ്ലിക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉള്ളത് എന്നുള്ളത്. ഇതാണ് ഒരു യൂക്യാരിയോട്ടിക് സിസ്റ്റത്തിലെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഒരു യൂക്യാരിയോട്ടിക് സിസ്റ്റത്തിൽ മൾട്ടിപ്പിൾ ഒറിജിൻസ് ഓഫ് റെപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ മൾട്ടിപ്പിൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനിൽ നിന്നും തന്നെ എന്ത് സ്റ്റാർട്ട് ചെയ്യും? DNA അൺവൈൻഡിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം DNA അൺവൈൻഡിങ് ക്രിയേറ്റ് ചെയ്യുന്നു, റൈറ്റ്? DNA റെപ്ലിക്കേഷൻ ഫോർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ഓരോ റെപ്ലിക്കേഷൻ ഫോർക്ക് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം മൾട്ടിപ്പിൾ റെപ്ലിക്കേഷൻ ഫോർക്ക് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ബൈ ഡയറക്ഷനിലായിട്ട്, റൈറ്റ്? ബൈ ഡയറക്ഷനിലായിട്ട് DNA റെപ്ലിക്കേഷൻ ക്യാരീഡ് ഔട്ട് ചെയ്യപ്പെടും, അല്ലേ? ബൈ ഡയറക്ഷനിലായിട്ട് DNA റെപ്ലിക്കേഷൻസ് ക്യാരി ഔട്ട് ചെയ്യപ്പെടും. കാരണം എന്താ? ബാക്ടീരിയൽ സിസ്റ്റം പ്രോക്യാരിയോട്ടിക് സിസ്റ്റം അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് യൂക്യാരിയോട്ടിക് സിസ്റ്റത്തിൻ്റെ ജീനോം സൈസ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. ഒരു ഹ്യൂമൻ ജീനോമിൻ്റെ സൈസ് എന്ന് പറയുന്നത് അറൗണ്ട് അപ്രോക്സിമേറ്റ്ലി 3200 MB വരുന്നുണ്ട്. പക്ഷേ ഒരു ബാക്ടീരിയൽ ജീനോം സൈസ് എന്ന് പറയുന്നത് വെറും 1 to 10 MB വരെയാണെന്ത് വേരി ചെയ്യുന്നത്. ബാക്ടീരിയൻ്റെ 1 to 10 MB വരെ വേരി ചെയ്യുമ്പം ഹ്യൂമൻ ജീനോമിൻ്റെ എത്ര വരെ? 3200 MB വരെ വേരി ചെയ്യുന്നുണ്ട് എന്നുള്ള അർത്ഥം, അല്ലേ? 3200 MB വരെ വരുന്നുണ്ട് ഹ്യൂമൻ ജീനോം സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് ആ ടൈം ലാഗ് വളരെയധികം കുറയ്ക്കാൻ വേണ്ടി പറ്റും, അല്ലേ? പെട്ടെന്ന് തന്നെ ബൈ ഡയറക്ഷനിലായിട്ട് മൾട്ടിപ്പിൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറേ പൊസിഷനിൽ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ആ ടൈം എടുക്കുന്ന ടൈം വളരെയധികം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ എൻ്റയർ ജീനോം റെപ്ലിക്കേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും വളരെയധികം ടൈം എടുക്കും. മൾട്ടിപ്പിൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത് ആ ടൈം ഡിലേ നമുക്ക് വളരെയധികം ചെറുതാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്, അല്ലേ? നമുക്ക് ഓപ്ഷൻസ് നോക്കി നോക്കാം.
എന്തുകൊണ്ടാണ് മൾട്ടിപ്പിൾ ഓറിജിൻസ് ഓഫ് റെപ്ലിക്കേഷൻ വേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് യൂകാരിയോട്ടിക് ക്രോമസോംസ് ആർ സർക്കുലർ ആൻഡ് ഷോർട്ടർ. ആണോ? അല്ലല്ലോ. ഷോർട്ടർ ആണ് യൂകാരിയോട്ടിക് ക്രോമസോംസ്. അല്ല. സർക്കുലർ ആണോ? അല്ല, ഒരിക്കലും അല്ല. സെക്കൻഡ് ഓപ്ഷൻ ഈസ് യൂകാരിയോട്ടിക് ക്രോമസോംസ് ആർ ലീനിയർ ആൻഡ് മച്ച് ലോങ്ങർ ദാൻ ബാക്ടീരിയൽ ക്രോമസോംസ്. മച്ച് ലോങ്ങർ ദാൻ ബാക്ടീരിയൽ ക്രോമസോംസ് ആണ്. യെസ്, ലീനിയർ ആൻഡ് ബാക്ടീരിയൽ ക്രോമസോംസിനെക്കാട്ടും ലോങ്ങറുമാണ് എന്ത് യൂകാരിയോട്ടിക് ക്രോമസോംസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ ഈസ് റെപ്ലിക്കേഷൻ സ്പീഡ് ഇൻ യൂകാരിയോട്ട് ഈസ് ഫാസ്റ്റർ ദാൻ പ്രോകാരിയോട്സ്. റൈറ്റ്? റെപ്ലിക്കേഷൻ സ്പീഡ് ഇൻ യൂകാരിയോട്ട് ഈസ് ഫാസ്റ്റർ ദാൻ പ്രോകാരിയോട്സ് എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഫാസ്റ്റർ ആണ് എന്നുള്ള കാര്യം ഇല്ല. യൂകാരിയോട്സ് യൂസ് ഓൺലി വൺ DNA പോളിമറൈസ് ഡ്യൂറിങ് ദ DNA റെപ്ലിക്കേഷൻ. ആണോ? മറ്റൊരു DNA പോളിമറൈസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്? അല്ല, മൾട്ടിപ്പിൾ DNA പോളിമറൈസസുകൾ സിന്തസൈസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റെപ്ലിക്കേഷൻ ഫോർക്ക് വരുമ്പോൾ തന്നെ എന്തൊക്കെ ഉണ്ടാവും? രണ്ട് കോർ DNA പോളിമറൈസ് ഉണ്ട്. രണ്ട് DNA പോളിമറൈസുകൾ ഉണ്ടാവും. ഒരു ലാഗിങ് സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു DNA പോളിമറൈസസുകളും ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ഓപ്ഷനും കറക്റ്റ് ആണ്. റോങ് ആണ്. സോ ദ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാ? ബി. ബി ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. യൂകാരിയോട്ടിക് ക്രോമസോംസ് ആർ ലീനിയർ, മച്ച് ലോങ്ങർ ദാൻ ദ ബാക്ടീരിയൽ ക്രോമസോംസ്. ലോങ്ങറും ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ്റെ ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വേണ്ടിയിട്ട് പോകാം. Next question. What is the function of primase in DNA replication? Right? What is the function of primase in DNA replication? Primase എന്തിനു വേണ്ടിയിട്ടുള്ളതാ? റൈബോന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൈമേസ് ഉള്ളത്. ഇതാണ് ഓവറോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ടുള്ള ഡയഗ്രാം എന്ന് പറയുന്നത് അല്ലേ? റെപ്ലിക്കേഷൻ ബബിൾ ക്രിയേറ്റ് ചെയ്ത് കണ്ടോ? റെപ്ലിക്കേഷൻ ബബിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഹെലിക്കേസ് വന്ന് ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ? ഓറഞ്ച് കളറിലുള്ളതാണ് എന്ത്? ഹെലിക്കേസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു ടോപ്പോ ഐസോമറൈസ് ആണ് എന്ത്? ഗൈറേസ്. ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലോട്ടേക്കും ടോപ്പോ ഐസോമറൈസ് മൂവ് ചെയ്യുന്നുണ്ട്. ഹെലിക്കേസ് എന്ത് ചെയ്യുന്നു? DNA അൺവൈൻഡ് ചെയ്യാൻ വേണ്ടി മൂവ് ചെയ്യുന്നു. ഹെലിക്കേസിൻ്റെ ഒപ്പം തന്നെയുള്ളതാണ് എന്ത്? പ്രൈമേസ്. പ്രൈമേസ് മൂവ് ചെയ്യുന്നുണ്ട്. പ്രൈമേസ് എന്തിനു വേണ്ടിയിട്ടാണ്? റൈബോന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്തു. ഓക്കസാക്കി ഫ്രാഗ്മെന്റ്സിലെ റൈബോന്യൂക്ലിയോടൈഡ്സും ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലീഡിങ് സ്ട്രാൻഡിലും പ്രൈമർ വന്ന് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനീഷ്യൽ ആയിട്ടുള്ള DNA സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയും പ്രൈമർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതിനുശേഷം ഇവിടേക്കുള്ള അൺവൈൻഡിങ് മൂവ് ചെയ്ത് പോകുന്നു. കണ്ടിന്യൂസ് ആയിട്ടുള്ള DNA സിന്തസിസ് ഈ ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട്. കണ്ടില്ലേ? ഒരു റെപ്ലിക്കേഷൻ ഫോർക്ക് എടുക്കുന്ന സമയത്ത് ഒരു ലീഡിങ് സ്ട്രാൻഡിന്റെ സിന്തസിസ് നടക്കുന്നുണ്ട്, ഒരു ലാഗിങ് സ്ട്രാൻഡിന്റെ സിന്തസിസ് നടക്കുന്നുണ്ട്. നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ എടുക്കുന്ന സമയത്ത് ഇവിടെ നേരെ ലാഗിങ് സ്ട്രാൻഡിന്റെ സിന്തസിസും ഇവിടെ ലീഡിങ് സ്ട്രാൻഡിന്റെ സിന്തസിസ് നടക്കുന്നുണ്ട് അല്ലേ? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. ഇവിടെയാണ് ഈ ലീഡിങ് സ്ട്രാൻഡിന്റെ സിന്തസിസ് വരുന്നതെങ്കിൽ ഇവിടെയാണ് താഴെ ഈ സൈഡിലാണ്, നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ലീഡിങ് സ്ട്രാൻഡിന്റെ സിന്തസിസ് നടക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? പ്രൈമേസിന്റെ ഫംഗ്ഷൻ എന്താണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് സിന്തസൈസസ് എ ഷോർട്ടർ RNA പ്രൈമർ ഫോർ DNA പോളിമറൈസ് ടു ബിഗിൻ സിന്തസിസ്. ആണോ? ഷോർട്ടർ RNA പ്രൈമർ ഫോർ DNA പോളിമറൈസ് ടു സിന്തസിസ് ആണോ? ആണ്. കാരണം DNA പോളിമറൈസിന് ഇറ്റ്സെൽഫ് എന്ത് ചെയ്യാൻ പറ്റില്ല? DNA റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ സമയത്താണ് ആര് വരുന്നത്? RNA പ്രൈമേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം വന്ന് പ്രൈമർ ഇട്ട് കൊടുത്ത് DNA റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനീഷ്യൽ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ചെയ്തു കൊടുക്കുന്നത് അല്ലേ? ആ ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കാം. ബാക്കിയുള്ള ഓപ്ഷൻസിലൂടെ നമുക്ക് കടന്നു പോവാം. ഇറ്റ് ആഡ്സ് ന്യൂക്ലിയോടൈഡ്സ് ടു ദ ഗ്രോയിങ് DNA സ്ട്രാൻഡ്. ഗ്രോയിങ് ന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡ് DNA സ്ട്രാൻഡിലേക്ക് ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പ്രൈമേസ് ആണോ? അല്ല, അത് DNA പോളിമറൈസ് ആണ് ചെയ്തു കൊടുക്കുന്നത് അല്ലേ? ഒരു ബാക്ടീരിയൽ സിസ്റ്റം എടുത്ത് നോക്കുകയാണെങ്കിൽ DNA പോളിമറൈസ് ഫസ്റ്റും DNA പോളിമറൈസ് തേർഡും ആണെന്ത്? ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ള കാര്യം അല്ലേ? നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് ഇറ്റ് അൺവൈൻഡ്സ് ദ DNA ഡബിൾ ഹെലിക്സ്. ആണോ? അല്ല. പ്രൈമേസ് ആണോ DNA ഡബിൾ ഹെലിക്സിനെ അൺവൈൻഡ് ചെയ്യുന്നത്? അല്ല. നമ്മൾ പഠിച്ച ആരായിരുന്നു? DNA ഹെലിക്കേസ് ആണെന്ത്? ഡബിൾ ഹെലിക്സിനെ അൺവൈൻഡ് ചെയ്യുന്നത്. ഇറ്റ് കണക്ട്സ് ഓക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. ആണോ? അല്ല. DNA ഓയിലെ ഓക്കസാക്കി ഫ്രാഗ്മെന്റ്സിനെ കണക്ട് ചെയ്യുന്നത് ലിഗേഷൻ ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്ന എൻസൈം ആണത്
DNA ligase അല്ലേ DNA ligase എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമാണ് ആ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്നത്. സോ ദ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following is not a component of replication fork? Replication forkന്റെ കമ്പോണന്റ് അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് DNA ഹെലിക്കേസ്. ആണോ? DNA ഹെലിക്കേസ് റെപ്ലിക്കേഷൻ ഫോർക്കിന്റെ കമ്പോണന്റ് ആണോ? ആണ് അല്ലേ? DNA ഹെലിക്കേസ് റെപ്ലിക്കേഷൻ ഫോർക്ക്. ഇതാണ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുന്നത്. അതിൽ ആരൊക്കെ കാണപ്പെടുന്നുണ്ട്? ഹെലിക്കേസ് കാണപ്പെടുന്നുണ്ട് ഇല്ലേ? പ്രൈമേഴ്സ് കാണപ്പെടുന്നുണ്ട് ഇല്ലേ? ഹെലിക്കേസ് ഉണ്ട്, പ്രൈമേഴ്സ് കാണപ്പെടുന്നുണ്ട്. അപ്പം DNA ഹെലിക്കേസും കാണപ്പെടുന്നുണ്ട്, പ്രൈമേഴ്സും കാണപ്പെടുന്നുണ്ട്. പിന്നെ ആര് കാണപ്പെടുന്നത്? പോളിമറൈസ് കാണപ്പെടുന്നില്ലേ ഇല്ലേ? DNA പോളിമറൈസ് കാണപ്പെടുന്നില്ലേ? ഉണ്ട്. കാരണം ന്യൂക്ലിയോടൈഡ്സിന്റെ സിന്തസൈസ് നടത്തണമെങ്കിൽ ആര് വേണം? DNA പോളിമറൈസ് വേണം അല്ലേ? DNA പോളിമറൈസ് ഉണ്ടെങ്കിൽ മാത്രമേ ന്യൂക്ലിയോടൈഡ്സ് പുതുതായിട്ടുള്ള DNTPs ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ DNA പോളിമറൈസ് കാണപ്പെടുന്നുണ്ട്. RNA പോളിമറൈസ് കാണപ്പെടുന്നുണ്ടോ? RNA പോളിമറൈസ് ഇല്ല. RNA പോളിമറൈസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ട്രാൻസ്ക്രിപ്ഷൻ ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? RNA പോളിമറൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ? RNA പോളിമറൈസ് എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ്. So RNA polymerase is not a part of replication fork. Replication forkന്റെ പാർട്ട് അല്ല എന്താ? RNA polymerase എന്ന് പറയുന്നത്. Okay, next one is D is single stranded binding proteins. Single stranded binding proteins കാണപ്പെടുന്നുണ്ടോ? ഉണ്ട്. DNA ഫോർക്കിലായിട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻസ്. നെക്സ്റ്റ് വൺ ആണത് സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു DNA റെപ്ലിക്കേഷൻ ഫോർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള റാൻഡം ആയിട്ട് വന്നിട്ട് റെപ്ലിക്കേഷനിലെ DNA ആയിട്ട് ബൈൻഡ് ചെയ്ത് നിൽക്കുന്ന റാൻഡം ആയിട്ടുള്ള സെഗ്മെന്റിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്ന ഒന്നാണിത് സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് അല്ലെങ്കിൽ SSB പ്രോട്ടീൻസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, SSB പ്രോട്ടീൻസ്, സിംഗിൾ സ്റ്റാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻസ്. റീ അനീലിംഗ് നടത്താൻ വേണ്ടിയിട്ട് വീണ്ടും സ്റ്റാൻഡുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് ഹെലിക്സ് പോലെ ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണത് സിംഗിൾ സ്റ്റാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അതും DNA ഹെലിക്സിന്റെ അല്ലെങ്കിൽ DNA ഫോർക്കിന്റെ റെപ്ലിക്കേഷൻ ഫോർക്കിന്റെ ഭാഗമാണ്. ഓക്കെ, സോ ദിസ് വൺ ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദ റെപ്ലിക്കേഷൻ ഫോർക്ക്. അപ്പോൾ ഏതാണ് റോങ് ആയിട്ടുള്ളത്? DNA പോളിമറൈസ്, RNA പോളിമറൈസ്, റൈറ്റ്? RNA പോളിമറൈസ് ഈസ് ദ കറക്റ്റ് ആൻസർ. RNA പോളിമറൈസ് ആണ് റെപ്ലിക്കേഷൻ ഫോർക്കിന്റെ ഭാഗമല്ലാത്തത്. RNA പോളിമറൈസ് ഏതിന്റെ പാർട്ടാണ്? RNA polymerase is a part of transcription, right? ട്രാൻസ്ക്രിപ്ഷന്റെ പാർട്ടാണെന്ത്? RNA polymerase എന്ന് പറയുന്നത്. RNA polymerase എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷന്റെ പാർട്ടാണ്. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഈസ് ഇൻ യൂക്കാരിയോട്ടിക് സെൽസ് വിച്ച് ഫേസ് ഓഫ് സെൽ സൈക്കിൾ ഈസ് DNA replication strictly confined to, and how is replicating timing regulated across different replications? എന്താ ചോദിച്ചിട്ടുള്ളത്? വിച്ച് ഫേസ് ഓഫ് ദ സെൽ സൈക്കിൾ, ഏത് ഫേസ് ഓഫ് ദ സെൽ സൈക്കിൾ ആണ് DNA റെപ്ലിക്കേഷൻ സ്ട്രിക്ട്ലി കൺഫൈൻഡ് ആയിട്ടുള്ളത്, ആൻഡ് ഹൗ ഈസ് റെപ്ലിക്കേഷൻ ടൈമിംഗ് ഈസ് റെഗുലേറ്റഡ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഓപ്ഷനിലൂടെ പോയി നോക്കി നോക്കാം. ഓപ്ഷൻസ് എന്തൊക്കെയാ? G1 phase regulated by cyclin dependent kinases. Second option is S phase regulated by chromatin structure and replication timing complexes, replication timing. And third option is G2 phase regulated by topoisomerases. And fourth option is M phase regulated by the mitotic spindle checkpoint. Right? നമ്മൾ സെൽ സൈക്കിൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് സെൽ സൈക്കിളിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഒരു സെൽ ഡിവിഷൻ്റെ സമയത്ത് എത്ര ഫേസുകൾ വരുന്നുണ്ട്? മെയിനായിട്ടും 2 ഫേസസുകളാണ് വരുന്നത്. ഇന്റർഫേസും അതേപോലെ തന്നെ എം ഫേസും. ഇന്റർഫേസിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം അല്ലേ? ഇന്റർഫേസിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട് നമ്മൾ G1 ഫേസ്, G2 ഫേസ് ആൻഡ് S ഫേസ്, G1 S G2 ഫേസ്
G1 phase, അവിടെ നിന്ന് S phase എത്തി, S phase നിന്നും G2 phase-ലോട്ടേക്ക് എത്തി. ഇതാണ് ഒരു സെൽ സൈക്കിൾ എന്ന് പറയുന്നത് അല്ലേ? G2 phase-ലേക്ക് കടന്ന സെൽസ് പിന്നെ ഏത് ഫേസിലോട്ടേക്ക് പോകും? M phase-ലോട്ടേക്ക് മാറും അല്ലേ? M phase-ലോട്ടേക്ക് മാറും. M phase-ൽ ഏതൊക്കെ ഫേസ് വരുന്നുണ്ട്? പ്രോ ഫേസ് വരുന്നുണ്ട്, മെറ്റാ ഫേസ് വരുന്നുണ്ട്, അനാഫേസ് ക്രോമസോം സെഗ്രിഗേഷൻ ചെയ്യുന്ന ഫേസ്, ടീലോ ഫേസ് രണ്ട് ഡോട്ടർ സെല്ലിലോട്ടേക്ക് മാറുന്ന ക്രോമസോം മാറുന്ന ഫേസ്, അതിനുശേഷം ഡോട്ടർ രണ്ട് പുതിയ സെൽസ് ഫോം ചെയ്യുന്ന ഫേസ് ആണത് സൈറ്റോകൈനസിസ്. സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്ന ഫേസ് ആണ് സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത്. ഇതിൽ ഏത് ഫേസിലാണ് റെപ്ലിക്കേഷൻ നടക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ സെൽ സൈക്കിളിന്റെ ഓരോ ഫേസിലും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. G1 phase എന്താണ്? G1 phase എന്ന് പറയുന്നത് സെല്ല് ഗ്രോ ചെയ്യുന്ന ഫേസ് ആണത് G1 phase എന്ന് പറയുന്നത്. ഓക്കെ, സെല്ലിന്റെ ഗ്രോത്ത് നടക്കുന്നത്, സെൽ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുന്നത്, സെല്ലിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്, സെല്ലുലാർ ഓർഗനൽസിന്റെ എണ്ണം ഡിറ്റർമൈൻ ചെയ്യുന്ന ഫേസ്, ഇതൊക്കെ നടക്കുന്നത് G1 phase ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഗ്രോത്ത് ഫേസ് എന്ന് പറയുന്നത്. അതിനുശേഷം സെല്ല് എസ് ഫേസിലേക്ക് പോകും. എസ് ഫേസിലേക്ക് പോവുക എന്ന് വെച്ചാൽ റെപ്ലിക്കേഷൻ നടക്കുന്നത്, സെല്ലിന്റെ DNA കണ്ടന്റ് ഡബിൾ ആകുന്നത്, 2C ആയിരിക്കുന്ന DNA കണ്ടന്റ് 4Cയിലോട്ടേക്ക് എത്തുന്നത്. ഓക്കെ, DNA കണ്ടന്റ്, നോട്ട് DNA നമ്പർ, DNA കണ്ടന്റ് ഡബിൾ ആവുന്നത്. ഓക്കെ, DNA നമ്പർ അല്ല, DNA കണ്ടന്റ് ഡബിൾ ആവുന്ന ഫേസ് ആണത് എസ് ഫേസ് എന്ന് പറയുന്നത്. 2C ആയിരിക്കുന്നത് DNA കണ്ടന്റ് നമ്മൾ C വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇനീഷ്യലി 2C ആണ് G1 ഫേസിൽ DNA കണ്ടന്റ് എങ്കിൽ എസ് ഫേസിന്റെ അവസാനം, ഓക്കെ, എസ് ഫേസിന്റെ അവസാനം ആവുമ്പോഴേക്കും DNA കണ്ടന്റ് എത്രയായിട്ട് മാറും? നേരെ ഡബിൾ ചെയ്തിട്ട് 4C എന്ന് പറഞ്ഞ DNA കണ്ടന്റിലേക്ക് എത്തും. എസ് ഫേസിൽ നിന്നും സെല്ല് G2 ഫേസിലോട്ടേക്ക് പോകും. എല്ലാ റെപ്ലിക്കേഷൻ മെഷീനറീസും ഓക്കെ ക്രോസ് ചെക്ക് ചെയ്യും, എല്ലാം ഓക്കെ ആണോ, സെല്ല് ഡിവൈഡ് ചെയ്യാനുള്ള മെഷീനറീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, സെല്ലിൻ്റെ ഉള്ളിലുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്ത് വെക്കുന്ന ഫേസ് ആണെന്ത്? G2 ഫേസ്. G മീൻസ് ഗ്യാപ്പ്, G2 ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, G2 ഫേസിൽ നിന്നും സെല്ല് ഡിവിഷൻ ഫേസിലേക്ക് പോകും. അതാണ് നമ്മൾ മൈറ്റോട്ടിക് ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള M ഫേസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. M ഫേസ് എന്ന് പറയുന്നത്. മൈറ്റോട്ടിക് ഫേസിൽ എന്താ സംഭവിക്കുക? ആദ്യം പ്രോഫേസ് ഉണ്ട്. പ്രോഫേസിൽ ന്യൂക്ലിയർ ഡിസിൻറ്റഗ്രേഷൻ നടക്കും, ക്രോമസോം മെല്ലെ കണ്ടൻസേഷന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യും, സെൻട്രിയോൾസിന്റെ ഡ്യൂപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നടന്നു വന്നിട്ടുണ്ടാവും. മെറ്റാഫേസ് ആകുമ്പോഴത്തേക്കും ക്രോമസോം കണ്ടൻസേഷൻ മാക്സിമം എത്തും. 11 നാനോമീറ്റർ ഉണ്ടായിരുന്ന ക്രോമസോമിന്റെ കണ്ടൻസേഷൻ ഇന്റർഫേസിൽ 11 നാനോമീറ്റർ ഉണ്ടായിരുന്നത് ഏത് ഫേസിലേക്ക് എത്തും? 1400 നാനോമീറ്റർ കണ്ടൻസ്ഡ് സ്റ്റേറ്റിലോട്ടേക്ക് എത്തും, പാക്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലോട്ടേക്ക് എത്തും. അതുകൊണ്ടാണ് ക്രോമസോംസിനെ നമുക്ക് മെറ്റാഫേസിൽ ഇതേപോലെ കാണാൻ വേണ്ടി പറ്റുന്നത്. അല്ലെങ്കിൽ DNA എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇതേപോലെ ത്രെഡ് ആയിട്ടല്ലേ ഉണ്ടായിരുന്നത്. മെറ്റാഫേസ് എത്തുമ്പോഴത്തേക്ക് അതെന്തായി? ക്രോമസോം ആയിട്ട് മാറി അല്ലേ? ക്രോമസോം സ്ട്രക്ചറിലോട്ടേക്ക് എത്തി മെറ്റാഫേസിൽ. അനാഫേസിൽ എന്ത് ചെയ്യും? ഈ ക്രോമസോംസിന്റെ സെഗ്രിഗേഷൻ നടക്കും അല്ലേ? ഒരു സെല്ല് എടുക്കുകയാണെങ്കിൽ മെറ്റാഫേസിൽ ക്രോമസോംസ് ഇതേപോലെ അലൈൻ ചെയ്തിട്ടുണ്ടാവും, മെറ്റാഫേസിൽ ഇതേപോലെ അലൈൻ ചെയ്തിട്ടുണ്ടാവും. അനാഫേസ് എത്തുന്ന സമയത്ത് എന്താവും? ഓരോന്നും ഓരോ പോളിലോട്ടേക്ക് മൂവ് ചെയ്യും അല്ലേ? സ്പിൻഡിൽ ഫൈബേഴ്സ് യൂസ് ചെയ്തിട്ട് ഓരോ പോളിലോട്ടേക്കും ക്രോമസോംസിന്റെ മൂവ്മെന്റ് ഉണ്ടാവും. ക്രോമസോംസ് മൂവ് ചെയ്ത് പോയിട്ട് രണ്ട് ഡോട്ടർ സെൽസിലോട്ടേക്കായിട്ട് മാറും. അതാണ് അനാഫേസിൽ നിന്ന് വീണ്ടും പിന്നെ ടീലോഫേസിലോട്ടേക്ക് എത്തുന്നത്. ഓക്കെ, ടീലോഫേസിലോട്ടേക്ക് എത്തും. അതിന് ശേഷമാണ് സൈറ്റോകൈനസിസ് വരുന്നത്. സൈറ്റോകൈനസിസിൽ എന്താ സംഭവിക്കുന്നത്? രണ്ട് സെൽസും ഒരു സെല്ലിൽ നിന്നും വീണ്ടും രണ്ട് സെല്ലായിട്ട് മാറും. അതിനെയാണ് സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സൈറ്റോകൈനസിസിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ഏത് ഫേസിലാണ് റെപ്ലിക്കേഷൻ നടക്കുന്നത്? DNA റെപ്ലിക്കേഷൻ ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്നത് ഏത് ഫേസിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഏത് ഫേസിലാണെന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഏതാ കൊടുത്തിട്ടുള്ളത്? എസ് ഫേസ് മീൻസ് സിന്തസിസ് ഫേസ്, റൈറ്റ്? സിന്തസൈസ് ഫേസിലാണെന്ത്? DNA കണ്ടന്റ് ഡബിൾ ആവുന്നത്, റൈറ്റ്? ഇൻ എസ് ഫേസ് റെഗുലേറ്റഡ് ബൈ ക്രോമാറ്റിൻ സ്ട്രക്ചേഴ്സ് ആൻഡ് റെപ്ലിക്കേഷൻ ടൈമിംഗ് കോംപ്ലക്സസ്. റെപ്ലിക്കേഷൻ മെഷീനറീസ് ആക്ട് ചെയ്യുന്നത് എസ് ഫേസിലായിരിക്കും. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ബി. ബാക്കി എല്ലാ ഓപ്ഷൻസും നമുക്ക് അവോയ്ഡ് ചെയ്യാം. കാരണം G1 ഫേസിലാണോ? ഇല്ല, G1 ഫേസിൽ സെല്ലിന്റെ ഗ്രോത്ത് ആണ് സംഭവിക്കുന്നത്. G2 ഫേസിൽ എല്ലാ റെപ്ലിക്കേഷൻ മെഷീനറീസും ഓൺ ആണോ എന്നാണ് നോക്കുന്നത്. M ഫേസിൽ മൈറ്റോട്ടിക് സെൽ ഡിവിഷന് നടക്കുന്ന ഫേസ് ആണെന്ത്? M ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി ഓപ്ഷൻസ് ഒക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അതും റെപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇൻ യൂക്കാരിയോട്ടിക് DNA replication the assembly of pre-replicative complex, that is pre-replicative complex, is restricted to. ഏത് ഫേസിലാണ് പ്രീ റെപ്ലിക്കേറ്റീവ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എസ് ഫേസിന്റെ ഭാഗമായിട്ട് പ്രീ റെപ്ലിക്കേറ്റീവ് കോംപ്ലക്സ് ഏത് ഫേസിൽ ഫോം ചെയ്യുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ സെൽ ഡിവിഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിരുന്ന ഏതൊക്കെ ഫേസ് ഉണ്ട്? G1 ഫേസ് ഉണ്ട്, എസ് ഫേസ് ഉണ്ട്, G2 ഫേസ് ഉണ്ട്, അതിനുശേഷം എം ഫേസ് ഉണ്ട്. അതിലാണ് പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ് അല്ലേ? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ് ഒക്കെ വരുന്നത്. ഇത് ഏത് ഫേസിലാണ് പ്രീ റെപ്ലിക്കേറ്റീവ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്? റെപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനറി ആണ് എന്ത്? പ്രീ റെപ്ലിക്കേറ്റീവ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. പ്രീ റെപ്ലിക്കേറ്റീവ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് ഏത് ഫേസിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് പ്രീ റെപ്ലിക്കേറ്റീവ് കോംപ്ലക്സിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതൊന്ന് ആദ്യം നോക്കി നോക്കാം. എന്നാൽ മാത്രമേ അത് ഏത് ഫേസിലാണ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഫോം ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. സോ formation of pre-replicative complex. The ORC bind to the DNA at replication origins and marking the starting points of the replication. Right. ORC ആണെന്ത്? replication start ചെയ്യുന്ന പൊസിഷൻ എന്ന് പറയുന്നത്. Both CDC6, CDT1 are recruited to the origins which helps to the MCM complex into the DNA. ഇല്ലേ? പ്രീ റെപ്ലിക്കേറ്റീവ് കോംപ്ലക്സിന്റെ ഫോർമേഷന്റെ ഭാഗമായിട്ട് CDC6 ആൻഡ് CDT1 എന്ന് പറയുന്ന കോംപ്ലക്സുകൾ റിക്രൂട്ട് ചെയ്യുകയും അത് ഏത് ലോഡ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു? MCM കോംപ്ലക്സ്. ഈ MCM കോംപ്ലക്സ് എന്ന് പറയുന്നതാണ് എന്ത്? ഹെലിക്കേസ്. DNA ഹെലിക്കേസിനെയാണ് നമ്മൾ MCM കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പം MCM ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു CDT1ഉം CDC6ഉം. അത് MCM ലോഡ് ചെയ്തതിന് ശേഷം ഉള്ള പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? DNA ലൈസൻസ്ഡ് എന്ന് പറയുന്നത്. ലൈസൻസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, സോ വൺസ് ദ DNA helicase is loaded, the DNA is said to be licensed and for the replication, but it won't starts replicating. Replication start ചെയ്തോ? ഇല്ല. DNA ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ചെയ്തോ? ഇല്ല. G1 ഈ ഫേസിലായിട്ട് എന്താ സംഭവിക്കുന്നത്? CDC6, CDT1 പിന്നെ ഹെലിക്കേസ് ആയിട്ടുള്ള MCM 227 കോംപ്ലക്സ് എല്ലാം ആഡ് ചെയ്തിട്ട് ലൈസൻസ്ഡ് സ്റ്റേജിലോട്ടേക്ക് എത്തുന്ന സ്റ്റേജ് ആണ് സംഭവിച്ചിട്ടുള്ളത്. ബട്ട് ഇറ്റ് വോണ്ട് സ്റ്റാർട്ട് റെപ്ലിക്കേറ്റിംഗ് until other factors are activated. ബാക്കി ഫാക്ടേഴ്സ് ഓൺ ആയെങ്കിൽ മാത്രമേ DNA സിന്തസിസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എസ് ഫേസിൽ DNA സിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യപ്പെടുള്ളൂ. സോ പ്രീ റെപ്ലിക്കേറ്റീവ് ആയിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള CDC6, CDT1, MCM കോംപ്ലക്സ് ഒക്കെ ലോഡ് ചെയ്യപ്പെടുന്നത് ഏത് ഫേസിലാണ്? DNA സെൽ സൈക്കിളിന്റെ G1 ഫേസിലായിരിക്കും. ഓക്കെ, സെല്ലിന്റെ G1 ഫേസിലായിരിക്കും പ്രീ റെപ്ലിക്കേറ്റീവ് കോംപ്ലക്സിന്റെ formation നടക്കുന്നത്. Okay, the pre-replicative complex is a crucial protein for the assembly in eukaryotic cells that forms the origins of DNA replication during the G1 phase of the cell cycle. G1 phase of the cell cycle ആണ് pre-replicative complex നടക്കുന്നത്. അപ്പം എല്ലാ മെഷീനറീസും കൊണ്ടുവന്നു എവിടേക്ക്? നമ്മളെ G1 ഫേസിൽ റെപ്ലിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ട് എല്ലാ മെഷീനറീസും G1 ഫേസിൽ കൊണ്ടുവന്നു. എസ് ഫേസ് ആവുമ്പോൾ സമയത്ത് എന്ത് സംഭവിക്കും? once the cell enters the S phase-ലേക്ക് എത്തിയതിനു ശേഷം CDC45 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോംപ്ലക്സും വരും. അതേപോലെ തന്നെ ജിൻസ് കോംപ്ലക്സും വരും. സോ additional factors like CDC45 and ജിൻസ് കോംപ്ലക്സ് activates the MCM helicase. ഹെലിക്കേസിന്റെ ആക്ടിവിറ്റി ഓൺ ആവണമെങ്കിൽ എസ് ഫേസിൽ ഹെലിക്കേസിന്റെ ആക്ടിവിറ്റി ഓൺ ആവണമെങ്കിൽ CDC45ഉം ജിൻസ് കോംപ്ലക്സും വരും. ആ സമയത്ത് മാത്രമേ ആക്ടിവിറ്റി ഓൺ ആയിട്ട് അൺബൈൻഡിങ് പ്രോസസ്സ് എസ് ഫേസിന്റെ സമയത്ത് നടക്കുകയുള്ളൂ, വിച്ച് വിൽ ഇനീഷ്യേറ്റ് ദ DNA അൺബൈൻഡിങ്. സോ പ്രീ റെപ്ലിക്കേറ്റീവ് കോംപ്ലക്സ് ഫോം ചെയ്യുന്ന ഫേസ് ഏതാണ്? G1 ഫേസ്. അതിനുശേഷം എസ് ഫേസ് എത്തുന്ന സമയത്ത് ആരൊക്കെ വേണം? എസ് ഫേസ് എത്തുന്ന സമയത്ത് ജിൻസ് കോംപ്ലക്സ് വേണം അല്ലെ? ജിൻസ് CDC45 ആൻഡ് ജിൻസ് കോംപ്ലക്സ് വന്നിട്ടാണ് എന്ത്? ഹെലിക്കേസിന്റെ ആക്ടിവിറ്റി MCM 227 ഓൺ ആക്കിയിട്ട് എസ് ഫേസിലെ അൺബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് കൺസെപ്റ്റ്. ഇനി നമുക്ക് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണെന്നുള്ളത് നോക്കാം. എവിടെയാണ് പ്രീ റെപ്ലിക്കേറ്റീവ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പഠിച്ചിരുന്നത് എവിടെയാണ് ഫോം ചെയ്യുന്നത്? G1 ഫേസിലായിട്ടാണ് ഫോം ചെയ്യുന്നത് അല്ലെ? G1 ഫേസിലായിട്ടാണ് ഫോം ചെയ്യുന്നത്. സോ G1 phase is the correct answer.
G1 phase. S phase-ലാണോ? അല്ല. S phase-ൽ ഓൺ ആയിട്ട് DNA റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. G2 phase ആണോ? അല്ല. M phase-ൽ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന phase ആണ്. ആ ഫേസിലല്ല. സോ ഇൻ ദ G1 phase-ലാണ് പ്രീ റെപ്ലിക്കേറ്റീവ് കോംപ്ലക്സ് പ്രീ RC എന്ന് നമ്മൾ പറയുന്നത്. പ്രീ റെപ്ലിക്കേറ്റീവ് കോംപ്ലക്സിന്റെ ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, അസംബ്ലി നടക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Okay, next question. The end replication problem. The end replication problem in linear eukaryotic chromosomes is solved by the enzyme. The end replication problem in linear eukaryotic chromosomes is solved by the enzyme. ഏത് enzyme ആണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, end replication problem സോൾവ് ചെയ്യുന്നത്. end replication problem എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. റെപ്ലിക്കേഷൻ്റെ സമയത്ത് ഉണ്ടാകുന്നത്, റെപ്ലിക്കേഷൻ്റെ എൻഡിൽ ഉണ്ടാകുന്ന പ്രോസസ്സിൽ എന്ത് പ്രോബ്ലം ആണ് ഉണ്ടാകുന്നത് ആദ്യം മനസ്സിലായി. എന്നാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ, എൻഡ് റെപ്ലിക്കേഷൻ പ്രോബ്ലം എന്താണ്? നമ്മളുടെ DNA സിന്തസൈസ് ചെയ്തതിന് ശേഷം അതിൻ്റെ എൻഡ് എത്തുന്ന സമയത്ത് ഇവിടെ നിന്നും ആരുടെ റിമൂവൽ നടക്കും? നമ്മുടെ പ്രൈമറിൻ്റെ റിമൂവൽ നടക്കും അല്ലേ? പ്രൈമർ റിമൂവ് ചെയ്തു പോകും. പക്ഷേ പ്രൈമർ റിമൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഓവർഹാങ്ങിങ് ആയിട്ടുള്ള ഒരു പ്രൊട്രൂഡിങ് എൻഡ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഒരു പ്രൊട്രൂഡിങ് G-rich ആയിട്ടുള്ള ഒരു പ്രൊട്രൂഡിങ് എൻഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. കാരണം ഇവിടെ നിന്ന് പ്രൈമർ റിമൂവ് ചെയ്ത് പോയി. പ്രൈമർ ആണല്ലോ ഇവിടെ വന്ന് ആഡ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ടേക്ക് ന്യൂക്ലിയോടൈഡ്സിന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 5' to 3' ഡയറക്ഷനിൽ, 5' to 3' ഡയറക്ഷൻ. പക്ഷെ പ്രൈമർ ഇവിടെ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഇവിടെ എന്തായി? ഒരു ഓവർഹാങ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, ഒരു പ്രൊട്രൂഡിങ് എൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരു പ്രൊട്രൂഡിങ് എൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലം ആയിട്ട് നിലനിൽക്കും ഇല്ലേ? അതൊരു സ്റ്റിക്കി എൻഡ് പോലെ ഇതായിട്ട് നിൽക്കുകയാണ്. ബാക്കിയുള്ള എൻസൈംസ് വന്നിട്ട് ആക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാരണമാവും. അപ്പോൾ അത് ഒഴിവാക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വരുന്ന എൻസൈമാണ് ടീലോമെറേസ്. ടീലോമിയർ എൻഡ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന എൻസൈമാണ് എന്ത്? ടീലോമെറേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം. ടീലോമെറേസ് എൻസൈം ഈസ് കൺസിസ്റ്റ് ഓഫ് എ പ്രോട്ടീൻ പാർട്ട്. ഈ യെല്ലോ കളറിലുള്ളതാണ് അതിൻ്റെ പ്രോട്ടീൻ പാർട്ട്, ആൻഡ് ഗ്രീൻ കളറിലുള്ളതാണ് എന്ത്? അതിൻ്റെ RNA പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഈസ് കൺസിസ്റ്റ് ഓഫ് RNA ആസ് വെൽ ആസ് എ പ്രോട്ടീൻ കമ്പോണൻറ്റ്. ഈ RNA എന്ത് ചെയ്യും എന്ന് വെച്ചാൽ, ഈ RNA ഒരു ഗൈഡ് RNA ആയി നിന്നതിന് ശേഷം ബാക്കിയുള്ള കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദ RNA പാർട്ട് ഓഫ് ദ ടീലോമെറേസ് ഈസ് കോംപ്ലിമെന്ററി ടു ദ G-rich strand. ഈ G-rich സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടാണ് എന്ത്? ഈ RNA പാർട്ട് ഉള്ളത്. വിച്ച് പെയേഴ്സ് വിത്ത് ഇറ്റ് ആൻഡ് പ്രൊവൈഡിങ് എ ടെംപ്ലേറ്റ് ഫോർ ദ സിന്തസിസ് ഓഫ് ദ കോപ്പീസ് ഓഫ് റിപ്പീറ്റ്. വീണ്ടും ഒരു ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഈ G-rich ആയിട്ടുള്ള ഈ ഗ്രീൻ സ്ട്രാൻഡ് ടീലോമിയറിന്റെ പാർട്ട് RNA പാർട്ട് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഒരു ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് പുതിയൊരു DNA, റെഡ് കളറിലുള്ള പുതിയ DNA സ്ട്രാൻഡ് 3' ഡയറക്ഷനിലേക്ക് സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സോ ദ ന്യൂക്ലിയോടൈഡ്സ് ആർ ആഡഡ് ടു ദ 3' എൻഡ് ഓഫ് ദ സ്ട്രാൻഡ്. 3' എൻഡിലോട്ടൊക്കെ ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്ത് ഇത്രയും ദൂരം നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയൊരു സ്ട്രാൻഡ് ക്രിയേറ്റ് ചെയ്തു. പുതിയൊരു സ്ട്രാൻഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? വീണ്ടും ടീലോമെറേസ് അവിടുന്ന് റിമൂവ് ചെയ്ത് പോകും. ടീലോമിയർ റിമൂവ് ചെയ്ത് പോയതിന് ശേഷം ബാക്കി സിന്തസൈസ് ചെയ്യണ്ടേ? ഇത്രയും പ്ലേസ് വേക്കൻ്റ് അല്ലേ? ആ പ്ലേസ് വേക്കൻ്റ് ആവുന്നതിന് വേണ്ടിയിട്ട്, വേക്കൻ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും അവിടെ DNA സിന്തസിസ് നടക്കും. ഓക്കെ, സിന്തസിസ് ടേക്സ് ഓൺ ദ കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ഫില്ലിംഗ് ദ ഗ്യാപ് ഡ്യൂ ടു ദ റിമൂവൽ ഓഫ് RNA പ്രൈമർ അറ്റ് ദ എൻഡ്. ഈ ഭാഗത്ത് വീണ്ടും DNA പോളിമറൈസ് വന്നിട്ട് എന്ത് ചെയ്യും? വീണ്ടും സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യും. അതാണ് ഈ താഴെ കാണിച്ചിട്ടുള്ളത്. താഴെ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്തു. അങ്ങനെ അപ്പം അവിടെ ഒരു ഓവർഹാങ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം, ഒരു പ്രൊട്രൂഡിങ് എൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് DNA എൻഡ് ഷോർട്ടായി പോകുന്ന ഒരു പ്രശ്നം ഈ എക്സ്ട്രാ DNA സിന്തസൈസ് ചെയ്തതോടുകൂടി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റി അല്ലേ? ടീലോമിയറൈസ് എൻസൈം വന്നിട്ട് വീണ്ടും സ്ട്രാൻഡ് അങ്ങോട്ടേക്ക് പ്രൊട്രൂഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് നീട്ടാൻ വേണ്ടി പറ്റി. അപ്പോൾ ടീലോമിയർ എൻഡ് പ്രോബ്ലം റിസോൾവ് ചെയ്യാൻ വേണ്ടി വന്ന എൻസൈം ഏതാണ്? ടീലോമിയർ എൻഡ് പ്രോബ്ലം റിസോൾവ് ചെയ്യാൻ വേണ്ടി വന്ന എൻസൈം ടീലോമെറേസ്, റൈറ്റ്? ടീലോമെറേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം ആണെന്ത്? ടീലോമിയർ എൻഡ് പ്രോബ്ലം റിസോൾവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ടീലോമിയർ എൻഡ് പ്രോബ്ലം റിസോൾവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. DNA പോളിമറൈസ് ഡെൽറ്റ ആണോ? അല്ല. DNA പോളിമറൈസ് ഡെൽറ്റ എന്തിനു വേണ്ടിയിട്ടാ? യൂക്കാരിയോട്ടിക് DNA റെപ്ലിക്കേഷന്റെ സമയത്ത് ലാഗിങ് സ്ട്രാൻഡിന്റെ സിന്തസിസിന് വേണ്ടിയിട്ടാണ് എന്ത്? DNA പോളിമറൈസ് ഡെൽറ്റ വരുന്നത്. ഓക്കെ,
ഡെൽറ്റ ചെയ്യുന്നത്. ടോപ്പോ ഐസോമറൈസ് ആണോ? ഇല്ല. ടോപ്പോ ഐസോമറൈസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഡി എൻ എന്റെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഡി എൻ എ റെപ്ലിക്കേഷന്റെ സമയത്ത് അൺബൈൻഡ് ചെയ്യുന്ന സമയത്ത് റിസൾട്ടിങ് കൺസ്റ്റിറ്റ്യൂട്ടീവ് ആയിട്ടുള്ള സ്ട്രാൻഡിൽ ഉണ്ടാവുന്ന ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ടോപ്പോ ഐസോമറൈസ് ഹെൽപ്പ് ചെയ്യുന്നത്. പ്രൈമേസ് ആണോ? ഇല്ല. പ്രൈമേസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഡി എൻ എ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രൈമർ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഡി എൻ എ ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈമർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിഷ്യലായിട്ട് പ്രൈമർ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണത് പ്രൈമേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ബി. ഓക്കെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഹലോ എവരിവൺ, മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബോട്ടണിയിലെ ബയോകെമിസ്ട്രി ആൻഡ് പ്ലാന്റ് ഫിസിയോളജി എന്നുള്ള ടോപ്പിക്കിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ CSIR-ലും ഗേറ്റിനും കേരള PSC ഫോറൻസിക്കിന്റെ എക്സാമിനും ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും എക്സാംസിന്റെ തിരക്കിലാണ്, ഫൈനൽ പ്രിപ്പറേഷൻ ഫേസിലാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് കടന്നു പോയി കഴിഞ്ഞാൽ എത്ര മാത്രം ഈ ടോപ്പിക്ക് നമ്മൾ പ്രിപ്പയർ ആയി എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ സമയം കളയാതെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following monosaccharides have a 5-membered ring structure? Okay, 5-membered ring structure, okay, and plays a crucial role in plays a crucial role in nucleic acids. Okay, nucleic acid in the nucleic acid, which of the following monosaccharide has a 5-membered ring structure and plays a crucial role in nucleic acid? ഏത് monosaccharide ആണ് 5-membered ring structure ഉള്ളത് and which plays a crucial role in nucleic acid? അപ്പോൾ CSI UGC നെറ്റ് ലൈഫ് സയൻസ് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ന്യൂക്ലിക് ആസിഡ് സ്ട്രക്ചറിൽ ഫംഗ്ഷൻ ആയിട്ടുള്ള മോണോസാക്കറൈഡ് ഏതാണ്? ഓക്കെ, വിച്ച് ഹാസ് എ 5-membered ring structure. ഓപ്ഷൻ എ ഗ്ലൂക്കോസ്, ഓപ്ഷൻ ബി ഫ്രക്ടോസ്, ഓപ്ഷൻ സി റൈബോസ് ആൻഡ് ഓപ്ഷൻ ഡി മാനോസ്. Okay, which of the following monosaccharides has a 5-membered ring structure and plays a crucial role in nucleic acid? It is ribose. Okay, ribose. So ribose is a 5-carbon monosaccharides with a 5-membered ring which is furanose form. Okay, sorry, commonly found in RNA. Okay, so ribose is the correct answer. So which of the following monosaccharide has a 5-membered ring structure? It is ribose. Okay, ribose is a 5-carbon monosaccharides with a 5-membered ring structure which is furanose form, commonly found in RNA. Other options such as glucose, fructose and mannose are 6-carbon sugars with different roles. So glucose is a primary energy source and fructose is found in fruits and mannose is involved in glycoprotein synthesis. Okay, so next option 2, question number 2, which of the following best describes the difference between an epimer and an epimerum and anomerum തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Epimer differ at one specific carbon while anomer differ only at carbonyl carbon. Epimers have different functional groups while anomers have different stereochemistry at one carbon. Option C, epimers are structural anomers while anomers are functional isomers. Option D, epimers differ in optical rotation while anomers do not. Next. Okay, so question number 2, and the answer A ആണ് epimers differ at one specific carbon while anomers differ only at the carbonyl carbon. So epimers are stereoisomers that differ at a single stereogenic center other than the carbonyl carbon, while anomers differ at the carbonyl carbon in ring forms of sugars. Other options are incorrect because the other choices inaccurately describe functional groups. Okay, stereochemistry or optical rotation differences not specific to epimers or anomers. Okay, next question. Which carbohydrates undergo mutarotation, which is changing its optical rotation over time when dissolved in water? Okay, when dissolved in water. Okay, ഏത് carbohydrate ആണ് mutarotation undergone ചെയ്യുന്നത്? Okay, by changing its optical rotation over time when dissolved in water. Okay, cellulose, starch, maltose and glucose. Okay, so optical rotation undergone ചെയ്യുന്ന carbohydrate ഏതാണ്? It is option D, glucose.
So glucose exhibits beta-rotation, where it interconverts between alpha and beta anomers in aqueous solution, resulting in a change in optical rotation. Okay, other options such as cellulose, starch, and maltose do not undergo beta-rotation, as they either lack a free anomeric carbon or exist in the stable polymeric forms. Next question. In glycolysis, which enzyme catalyzes the conversion of glucose to glucose 6-phosphate? Okay, glycolysis എന്താണ് ഏത് എൻസൈമാണ് ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6-phosphate ആയിട്ട് കാറ്റലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നത്? Hexokinase, phosphofructokinase, aldolase, and pyruvate kinase. Okay, which enzyme catalyzes the conversion of glucose to glucose 6-phosphate? It is hexokinase. Okay, option A, hexokinase is correct one. So hexokinase catalyzes the first step of glycolysis, phosphorylating the glucose to glucose 6-phosphate. Okay, other options are incorrect because phosphofructokinase is involved later in glycolysis. Okay, aldolase splits fructose 1,6-bisphosphate and pyruvate kinase catalyzes the final step. Next question. Which amino acid is classified as essential and cannot be synthesized by the human body? Okay, താഴെ പറയുന്നതിൽ ഏതാണ് essential amino acid? Means it cannot be synthesized by the human body. Option A, glutamic acid, B, valine, C, proline, and D, tyrosine. Okay, so correct answer is option B, valine. Okay. So valine is an essential amino acid that humans must obtain from the diet. Okay, other options such as glutamic acid, proline, and tyrosine are non-essential amino acid that the human body can synthesize. So the correct option is valine. Next, which of the following polysaccharides serves as a storage form of carbohydrate in plants? Okay, ഏതാണ് which of the following polysaccharide act as a serves as a storage form of carbohydrate in plants? Option A, cellulose, B, starch, C, chitin, and D, glycogen. And the correct answer is B, starch. Okay, starch is the primary storage polysaccharide in plants composed of amylose and amylopectin. Okay, other options such as cellulose provide structural support in plants, and chitin is found in arthropods and fungi, and glycogen is the storage polysaccharide. So that is why the polysaccharide which serves as storage form of carbohydrate is starch. Next question. Which of the following statements correctly describes competitive inhibition in enzyme kinetics? Okay, correct ആയിട്ട് competitive inhibition describe ചെയ്യുന്നത് ഏതാണ്? Option A, the inhibitor binds to an allosteric site, decreasing enzyme affinity for a substrate. Option B, the inhibitor binds to the active site, preventing substrate binding. Option C, the inhibitor forms a covalent bond with the enzyme, leading to permanent inactivation. Option D, the inhibitor binds only to the enzyme substrate complex, affecting enzyme efficiency. Okay, so the correct answer is the answer B, which is the inhibitor binds to the active site, preventing substrate binding. Okay, the correct explanation is that in competitive inhibition, the inhibitor competes with the substrate for the enzyme's active site, and other options such as A, C, and D describe non-competitive, irreversible, or uncompetitive inhibition. Okay, the correct answer is B. Next, which lipid component serves as a major structural molecule in cellular membranes? ഏത് lipid component ആണ് cellular membranes in a major structural molecule ആയിട്ട് act ചെയ്യുന്നത്? Okay, option A, wax, B, phospholipids, C, triglyceride, and D, steroids. Which lipid component? It is phospholipids. So phospholipids form a bilayer that is essential to cell membrane structure. Other options such as waxes and triglycerides serve as energy storage, while steroids play signaling roles. Next question. Which amino acid contains a sulfur atom and is involved in disulfide bond formation within proteins?
Okay, ഏത് അമിനോ ആസിഡിലാണ് സൾഫർ ആറ്റം ഉള്ളത്? And they are involved in disulfide bond formation ഉള്ള അമിനോ ആസിഡ് ഏതാണ്? ഓപ്ഷൻ എ ലൈസിൻ, ബി സിസ്റ്റീൻ, സി അലാനിൻ ആൻഡ് ഡി സെറിൻ. Correct option is answer B, cysteine. The cysteine contains a thiol or SH group which can form disulfide bond that contributes to protein stability. Okay, other options are incorrect, such as lysine, alanine, and serine do not contain sulfur and they have other functional groups without the ability to form disulfide. Next question, in which metabolic pathway does the pentose phosphate pathway play a key role? ഏത് മെറ്റബോളിക് പാത്വേയിലാണ് പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ റോൾ ഉള്ളത്? ഓപ്ഷൻ എ ATP generation through substrate level phosphorylation. Option B, production of NADPH and ribose phosphate. C, generation of pyruvate from glucose and oxidation of acetyl-CoA. ഏതാണ്? It is answer B, production of NADPH and ribose 5-phosphate. Okay, the HMP pathway generates NADPH, which is for biosynthetic reaction, and ribose 5-phosphate for nucleotide synthesis. Okay, so since it doesn't produce ATP, other options are incorrect. Next question, which of the following correctly describes structure of alpha helix in protein secondary structure? Okay, so താഴെ പറയുന്നതിൽ ഏതാണ് ആൽഫ ഹെലിക്സ് പ്രോട്ടീൻ്റെ ആൽഫ ഹെലിക്സ് ഓഫ് പ്രോട്ടീൻ സെക്കൻഡറി സ്ട്രക്ചർ കുറിച്ച് പറയുന്നത്? ഓപ്ഷൻ എ, ഹൈഡ്രജൻ ബോൺസ് ഫോം ബിറ്റ്വീൻ അഡ്ജസന്റ് അമിനോ ആസിഡ് ചെയിൻസ്. ബി, ഹൈഡ്രജൻ ബോൺസ് സ്റ്റെബിലൈസ് ദ ഹെലിക്കൽ സ്ട്രക്ചർ along the peptide backbone. C, peptide chains fold in a beta pleated sheet. D, the alpha helix is stabilized by covalent bonding. ഇത് കേരള PSC കഴിഞ്ഞ 2021 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. So the correct answer is option B, hydrogen bonds stabilize the helical structure along the peptide backbone. Okay, so in an alpha helix, hydrogen bond forms between the carbonyl oxygen of one amino acid and amide hydrogen of another 4 residues away, stabilizing the helical structure. Okay, എയും സിയും എന്താണ് ബീറ്റാ പ്ലേറ്റഡ് ഷീറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. And D is incorrect because alpha helices are stabilized by hydrogen bond, not covalent bond. Next, which of the following fatty acid is considered essential for humans and must be obtained from the diet? Okay, essential ആയിട്ടുള്ള fatty acid ഏതാണ്? Okay, ഏതാണ് ഡയറ്റിൽ നിന്ന് കിട്ടുന്ന fatty acid? Okay, it is considered essential and must be obtained from the diet. A, palmitic acid. B, oleic acid. C, linoleic acid. D, stearic acid. ഏതാണ് linoleic acid? Okay, so linoleic acid is an essential fatty acid that humans cannot synthesize and must obtain through the diet. Okay, options such as palmitic, oleic and stearic acid can be synthesized by the body and are not essential. Next question, which enzyme in glycolysis is responsible for converting phosphoenol pyruvate to pyruvate? Okay, phosphoenol pyruvate ne pyruvate ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈം ഏതാണ്? ഓപ്ഷൻ എ, ഹെക്സോകൈനേസ്. ബി, ആൽഡോലേസ്. സി, ഈനോലേസ്. ഡി, പൈറുവേറ്റ് കൈനേസ്. ഓക്കെ, ഇതിൽ ഏതാണ് ഫോസ്ഫോഇനോൾ പൈറുവേറ്റിനെ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത എൻസൈം? It is answer D, pyruvate kinase. Okay, pyruvate kinase catalyzes the final step in glycolysis, converting phosphoenol pyruvate to pyruvate. Other options are incorrect because hexokinase act on glucose, aldolase splits fructose 1,6-bisphosphate, and enolase acts earlier in glycolysis, converting 2-phosphoglycerate to phosphoenol pyruvate. Okay, so the correct answer is pyruvate kinase. Next, the Ramachandran plot helps in determining which structural feature of protein. Okay, Ramachandran plot ഏത് structural feature of protein ആണ് determine ചെയ്യുന്നത്? Primary sequence, B, amino acid composition, C, allowed dihedral angles in polypeptides, D, disulfide bonds. Okay, so which is the
which Ramachandran plots helps in determining which structural feature of protein. Okay, answer C, allowing dihedral angles in polypeptides. Okay, Ramachandran plot illustrate the phi and psi dihedral angles indicating sterically allowed regions for amino acid sequences in proteins. Other incorrect options are plot does not determine primary sequence, amino acid composition, or disulfide bonds. So, which of the following polysaccharides serves as a structural component in the exoskeleton of arthropods? Arthropods in the exoskeleton കാണപ്പെടുന്ന polysaccharide ഏതാണ്? Cellulose, glycogen, inulin, and chitin. The correct answer is option D, chitin. Chitin is a structural polysaccharide found in the exoskeleton of arthropods and fungal cell walls. Okay, other options are incorrect because cellulose is found in plant cell walls. Glycogen is an energy storage polysaccharide in animals, and inulin is a storage polysaccharide in plants. Next question. Which enzyme catalyzes the reversible conversion of glucose 6-phosphate to fructose 6-phosphate in glycolysis? Glucose 6-phosphate fructose 6-phosphate convert ചെയ്യുന്ന enzyme ഏതാണ്? Phosphoglucomutase, phosphohexose isomerase, option C glucose 6-phosphate, option D hexokinase. ഏതാണ് correct answer? It is phosphohexose isomerase. Okay, phosphohexoisomerase converts glucose 6-phosphate to fructose 6-phosphate in glycolysis. Okay, other options such as phosphoglucomutase is other options are incorrect because phosphoglucomutase is involved in glycogen metabolism. Glucose 6-phosphate removes a phosphate in gluconeogenesis, and hexokinase phosphorylate glucose is in the first step. Next question. Which component of the electron transport chain directly uses oxygen to form water? Okay, oxygen to water ഏത് കമ്പോണന്റ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ ഏത് കമ്പോണന്റ് ആണ് ഓക്സിജനെ ഉപയോഗിച്ചുകൊണ്ട് വാട്ടർ ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? കോംപ്ലക്സ് 1, കോംപ്ലക്സ് 2, കോംപ്ലക്സ് 3, കോംപ്ലക്സ് 4. Okay, the correct answer is option D, complex 4. Okay, the complex 4 or cytochrome C oxidase transfers electrons to oxygen, forming water as the final product. Okay, other options such as 1, 2, and 3 participate in electron transport but do not interact directly with the oxygen. Next question. Which amino acid is most likely to be found at the surface of a soluble protein due to its polar side of chain? ഏതാണ് സർഫസ് സോലബിൾ പ്രോട്ടീൻസിന്റെ സർഫസിൽ കാണാൻ സാധ്യതയുള്ള അമിനോ ആസിഡ് ഏതാണ്? ബിക്കോസ് ഓഫ് ഇറ്റ്സ് പോളാർ സൈഡ് ചെയിൻ. വാലിൻ, ലൂസിൻ, aspartic acid, and phenylalanine. It is aspartic acid because aspartic acid has a polar charged side chain, making it hydrophilic and commonly found on protein surface in aqueous environment. Other amino acids are hydrophobic and usually found in protein interiors. Next, which vitamin functions as a coenzyme in carboxylation reactions, which is essential for gluconeogenesis? Okay, ഏത് vitamin ആണ് carboxylate reactions in coenzyme ആയിട്ട് ആക്ട് ചെയ്യുന്നത്? Okay. Option A, vitamin B6, B, vitamin B12, C, vitamin C, and D, vitamin B7 or biotin. Correct answer is vitamin B7 or biotin. Okay, so biotin acts as a coenzyme in carboxylation reactions such as those in gluconeogenesis. Okay, other options such as vitamin B6, B12, and C have roles in amino acid metabolism, red blood cell formation, and antioxidants respectively. So biotin ആണ് correct ആയിട്ടുള്ള coenzyme which helps in carboxylation reaction. Carboxyl reactionൽ help ചെയ്യുന്ന coenzyme ഏതാണ്? ബയോട്ടിൻ. Other options such as vitamins B6, B12, and C have role in amino acid metabolism. Okay,
Next question. Which of the following nucleotides is commonly involved as an energy carrier in cellular metabolism? Okay. ഏത് താഴെ പറയുന്ന ഏത് ന്യൂക്ലിയോറ്റൈഡ് ആണ് ഏത് സെല്ലുലാർ മെറ്റബോളിസിന്റെ എനർജി കാരിയർ എന്നറിയപ്പെടുന്നത്? ഏതാണ്? GTP, CTP, UTP, ATP. Which is an energy carrier in cellular metabolism? It is ATP or adenosine triphosphate. Okay, adenosine triphosphate is a primary energy source in cells used in various metabolic processes. Okay, incorrect options are GTP, CTP, and UTP. They have roles in protein synthesis, lipid metabolism, and carbohydrate metabolism, but are less central as energy carriers compared to that of ATP. Okay, next question. Which of the following mechanisms explains the role of competitive inhibitors in enzyme kinetics? Okay, താഴെ പറയുന്ന ഏതാണ് എൻസൈം കൈനറ്റിക്സിന്റെ കോമ്പറ്റിറ്റീവ് ഇൻഹിബിറ്റേഴ്സിന്റെ ഫംഗ്ഷൻ? Okay, option A, they lower the maximum velocity of the enzyme catalase reaction. Option B, they increase both the Vmax and Km values. Option C, they increase apparent Km but do not affect Vmax. Option D, they decrease both the Vmax and Km. അപ്പം ഏതാണ് competitive inhibitors in the role play ചെയ്യുന്നത്? It is increasing the apparent Km but do not affecting Vmax. Okay, in competitive inhibition, the inhibitors compete with the substrate for the active site. Okay, this competition raises the apparent Km, which is the substrate concentration needed to reach half of Vmax without altering the Vmax, since inhibition can be overcome by adding more substrate. Other options are incorrect because Vmax remain unaffected as only the substrate concentration is altered in response to the inhibitor presence. Okay. Next question. Which amino acid chain is commonly involved in forming a hydrogen bond with the backbone carbonyl protein groups in protein alpha helix? Okay. ഏത് amino acid ആണ് പ്രോട്ടീൻ ആൽഫ ഹെലിക്സിൽ ഹൈഡ്രജൻ ബോണ്ട് ബാക്ക്ബോൺ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? അലാനിൻ, ഗ്ലൈസിൻ, സെറീൻ ആൻഡ് പ്രൂലിൻ. Correct answer is alanine. Okay, alanine is small and non-bulky, which allows it to fit well in the alpha helical structure, where its side chain is typically non-disruptive. Its carbonyl and amine groups participate in hydrogen bonding with the main chain, stabilizing the alpha helix. Okay, other options are incorrect because glycine often destabilizes alpha helix due to flexibility, and proline disrupts helices because it lacks an amide hydrogen to form hydrogen bonds. Next question. Which molecule acts as a methyl group donor in the methylation of nucleotides and proteins in eukaryote cells? ഏതാണ് ഒരു മിഥൈൽ ഗ്രൂപ്പ് ഡോണറായിട്ട് ആക്ട് ചെയ്യുന്ന മോളിക്യൂൾ? ATP, NADH, S-adenosyl methionine, and acetyl-CoA. Correct answer is option C, S-adenosyl methionine. Okay, or SAM. SAM is a principal methyl donor in biological methylation reaction, transferring the methyl group to DNA, RNA, or proteins, and thus playing a key role in gene expression and cellular regulation. Okay, other incorrect options are ATP and NADH because they are involved in energy transfer and redox reaction respectively. And acetyl-CoA donates acetyl groups, not methyl groups. Next, during the citric acid cycle, which of the following enzymes catalyzes a reaction that directly produces GTP-related? Okay, താഴെ പറയുന്ന citric acid cycle ഏത് enzyme ആണ് എന്താ GTP അല്ലെങ്കിൽ ATP-നെ catalyze ചെയ്യാൻ help ചെയ്യുന്നത്? Okay, citrate synthase, succinate dehydrogenase, alpha-ketoglutarate dehydrogenase, succinyl-CoA synthetase. The correct answer is succinyl-CoA synthetase. Okay, succinyl-CoA synthetase catalyzes the conversion of succinyl-CoA enzyme to succinate, producing GTP as part of substrate level phosphorylation.
Okay, other options are incorrect because citrate synthase initiates the cycle by forming citrate. Cysteine dehydrogenase participates in electron transfer and alpha ketoglutarate dehydrogenase generates NADH. Next question. Which statement best describes the mechanism by which allosteric activators affect enzyme activity? Option A, they bind to the active site, increasing substrate binding. Option B, they bind to an allosteric site, inducing an conformational change that increases affinity for the substrate. Option C, they decrease the enzyme's affinity for a substrate. Option D, they compete with the substrate at the enzyme's active site. Correct answer is B. They bind to an allosteric site, introduce a conformational change that increases affinity for the substrate. Correct explanation is allosteric activators bind to specific regulatory sites or allosteric site on enzyme, promoting a conformational shift that enhance the enzyme's catalytic efficiency or affinity for the substrate. Other options are incorrect because activators do not compete with substrate, nor do they bind directly to the active site to block substrate binding. Okay, next question. In the Calvin cycle, which enzyme is responsible for the carboxylation of ribulose 1,5-bisphosphate, initiating the carbon fixation process? Ribulose 1,5-phosphate fixation നടത്തുന്ന enzyme ഏതാണ്? Responsible for carboxylation of ribulose 1,5-bisphosphate. A. Phosphoribulokinase. B. Glyceraldehyde 3-phosphate dehydrogenase. C. Ribulose 1,5-bisphosphate carboxylase or oxygenase. Option D. Fructose 1,6-bisphosphate. So correct answer is option C. Rubisco അല്ലെങ്കിൽ ribulose 1,5-bisphosphate carboxylase or oxygenase. Okay, so Rubisco catalyse is the first step in the Calvin cycle by fixing carbon dioxide into ribulose 1,5-bisphosphate to form 2 molecules of 3-phosphoglycerate. Other options are wrong because other enzymes listed participate in different stages of carbohydrate metabolism but do not fix carbon dioxide. Next, what is the role of enzyme telomerase in DNA replication? Specifically in relation to telomeres. Okay, എന്താണ് telomerase enzyme function DNA replication? Option A, it extends the telomeres at the end of chromosomes by adding nucleotide repeats. B, it repairs mismatched base pairs in the telomere region. Option C, it removes the RNA primer from telomeres. And option B, it stabilizes DNA polymerase on the telomere region. Okay, the correct answer is option A. It extends the telomeres at the end of chromosomes by adding nucleotide repeats. Okay, because telomerase uses an RNA template to add a repetitive nucleotide sequence to the 3' end of the chromosomes. Okay, countering the natural shortening that occurs during DNA replication. Okay, so telomerase does not repair mismatches, remove primers, or stabilize DNA polymerase directly on telomeres. So answer A is the correct one. Okay, so next question. In oxidative phosphorylation, chemiosmotic theory proposed by Peter Michel suggests that ATP synthesis is driven by option A, substrate level phosphorylation within mitochondria. B, direct electron transfer to ATP synthase. C, a protein gradient across the inner mitochondrial membrane. D, transfer of oxygen directly to ATP synthase. Okay. Correct answer is option C. A protein gradients across the inner mitochondrial membrane. Okay. So according to the chemiosmotic theory, the electron transport chain pumps protons into the inner membrane space, creating a proton gradient. This gradient drives the protons back through ATP synthesis, which uses energy to generate ATP. Okay.
Other options are incorrect because ATP synthesis is not driven by direct electron transfer, oxygen transport, or substrate phosphorylation in this process. Next, in eukaryotes, mRNA splicing remove introns and connect exons to form mature RNA. Which sequence is typically recognized as the 5' splice site? Okay, AGGT, GU, AUA, and UG. ഏതാണ് സ്പ്ലൈസിംഗിന്റെ സമയത്ത് റെക്കഗ്നൈസ് ചെയ്യുന്ന 5' splice site sequence? It is GU. Okay, so 5' splice site is typically marked by a GU sequence, which is recognized by the spliceosome for accurate removal of introns during RNA splicing. Okay, next question. Which enzyme in the pentose phosphate pathway is responsible for generating NADPH, critical for reductive biosynthetic reactions? Okay, ഏത് എൻസൈമാണ് pentose phosphate pathwayയിലൂടെ NADPH ജനറേറ്റ് ചെയ്യുന്നത്? Transketolase, 6-phosphogluconate dihydrogenase, and option C, glyceraldehyde 3-phosphate dehydrogenase, D, phosphofructokinase. Correct answer is option B, 6-phosphogluconate dehydrogenase. Okay, 6-phosphogluconate dehydrogenase catalyzes an oxidative step in the pentose phosphate pathway, producing NADPH, which is essential for anabolic reactions and cellular antioxidant defense. Okay, other options are incorrect, such as transketolase and glyceraldehyde 3-phosphate dehydrogenase are involved in other metabolic pathways, and phosphofructokinase is part of glycolysis. Okay, next question. 31. Which of the following best describes the role of CAMP as a second messenger in signal translation pathways? It directly activates protein kinase by binding to the ATP binding site. Option B, it activates protein kinase A by dissociating regulatory subunit from the catalytic subunit. Option C, it binds to G protein coupled receptors to initiate a signaling cascade. D, it acts as a primary messenger in endocrine signaling. And correct answer, it is answer B. It activates protein kinase A by dissociating regulatory subunits from the catalytic. Okay, CAMP functions as a second messenger by binding to the regulatory subunit of protein kinase A, causing the release of catalytic subunits is that then phosphorylates specific target proteins. So other options are incorrect because CAMP does not bind to ATP binding sites. It initiates signaling by binding to GPCRs, okay, or act as primary messenger. Next question. In the context of DNA repair mechanism, which of the following statements correctly describes the function of nucleotide excision repair? Okay, nucleotide excision repair correctly described by Narayana. It directly reverses methylated bases to the original form. Option B, it removes the thymine dimers by cutting out a short DNA strand containing the damage. Option C, it repairs single strand breaks using a homologous sequence as a template. Okay. Option D, it fixes base mismatches that occur during DNA replication. Okay, next question. The correct answer is it removes thymine dimers by cutting out a short DNA strand containing the damage. Okay, so nucleotide excision repair is a pathway that removes bulky DNA lesions like thymine dimers by excising a short segment around the damage, which is then replaced by using DNA polymerase. Okay, other options are incorrect because the direct reversal of methylation mismatch repair involve different mechanisms, and single strand break repair also uses other repair pathways. Okay, which of the following molecule can diffuse freely across a phospholipid bilayer of a cell membrane without requiring a transport protein സഹായത്തോടെ ഫ്രീ ആയിട്ട് ഡിഫ്യൂസ് ചെയ്യുന്ന മോളിക്യൂൾ ഏതാണ്?
glucose, sodium ions, oxygen, and amino acid. Correct answer is oxygen, because it is small non-polar molecules like oxygen which can freely diffuse through the lipid bilayer due to their non-polar nature and small size. Glucose, sodium, and amino acid require a transport of proteins due to size, polarity, or change. Next, in the lac operon of E. coli, which molecule function as an inducer by binding to the repressor? Okay, which allows the transcription to proceed. Option A, allolactose, B, glucose, C, ATP, and D, tryptophan. ഏതാണ് correct ആയിട്ടുള്ള function, ഏത് lac operon, which molecule function is as inducer ആയിട്ട് act ചെയ്യുന്ന molecule ഏതാണ് by binding to the repressor? Okay, which is the correct answer? Allolactose. അല്ലേ? Allolactose binds to the repressor protein, causing it to detach from the operator, which allows RNA polymerase to initiate transcription of the lac operon genes. Okay, other options are incorrect because glucose presence inhibits lac operon expression. ATP is not directly involved in this regulation, and tryptophan acts as a co-repressant in the tryptophan. Next question, which statement describes the role of ubiquitin in cellular protein degradation? താഴെ പറയുന്നത് ഏതാണ് ubiquitin role? It acts as a molecular chaperone to assess protein folding. It serves as a marker for protein degradation in the proteasome. C, it functions in covalently attached lipid groups to proteins. Option D, it inhibits transcription by binding directly to DNA. Correct answer is B, it serves as a marker for protein degradation in the proteasome. Okay, ubiquitin tags proteins for degradation by the proteasome, which recognizes the polyubiquitin chain and breaks down the target protein. Tag protein. Other options are incorrect because ubiquitin is not involved in protein folding, lipidation, or direct DNA binding. Next, in the electron transport chain, which of the following complexes is involved in pumping proteins across the mitochondrial membrane to generate a protein? Okay, option A, complex 2, B, 3, C, 4, both B and C. ഏതാണ് correct answer? It is answer both B and C. Okay, complexes 3 and 4 both pump protons across the inner mitochondrial membrane, contributing to the proton gradient, which is essential for ATP synthesis. Okay, complex 1 also pumps protons, but complex 2 doesn't. The complex 2 passes electrons from NADH2 but does not contribute to the proton gradient. Okay, next question. What is the function of sigma factor in bacterial transmission? Okay, bacterial transcriptionally, sigma factor function ആണ്. Terminating RNA synthesis, binding to the RNA polymerase enzyme to direct it to specific promoters, synthesizing RNA primers for DNA replication, removing introns from the primary RNA transcript. It is the binding of the RNA polymerase coenzyme to direct it to specific promoter regions. Okay, so sigma factor associates with RNA polymerase to recognize and bind to promoter regions, facilitating transcriptionization in bacteria. Okay, other options are incorrect because sigma factors are not involved in termination, DNA replication, or splicing. Which process allows fatty acid to be converted into glucose in plants and some microorganisms, but not in animals? Okay, fatty acid and glucose are converted into the process area. Glycolysis, gluconeogenesis, glyoxylate, and urea cycle. Correct answer is glyoxylate cycle. Okay, so the glyoxylate cycle allows plants and certain microorganisms to convert fatty acids into carbohydrate by bypassing decarboxylation step, which is not possible in humans. Okay. Other options are incorrect because glycolysis breaks down glucose. Gluconeogenesis synthesizes glucose from non-lipid precursors, and the urea cycle detoxifies ammonia. Next, which of the following describes the primary function of peroxisomes?
Option A, protein synthesis. Option B, digestion of cellular debris. Option C, detoxification of hydrogen peroxide. And option D is ATP synthesis. Okay, so correct answer is detoxification of hydrogen peroxide. So peroxisome contains enzymes such as catalase that break down hydrogen peroxide into water and oxygen, protecting the cell from oxidative damage. Option B, other options are incorrect because protein synthesis occurs in ribosome, lysosomes, which digest cellular debris, mitochondria that synthesis ATP. Next question, which enzyme is responsible for the removal of RNA primers during replication in eukaryotic cells? RNA primerന്റെ എന്താണ് റിമൂവൽ ആരാണ് നടത്തുന്നത് eukaryotic cells? DNA polymerase 1, RNase H, DNA polymerase delta primers. The correct answer is RNase H. RNase H ആണ് RNA primersനെ degrade ചെയ്യുന്ന replication സമയത്ത്. Okay, from the newly synthesized DNA strand during replication, allowing DNA polymerase to fill the gaps. Okay, other options are incorrect because DNA polymerase 1 is prokaryotic, but DNA polymerase delta synthesizes DNA but doesn't remove RNA, and primase synthesis RNA primers but does not remove. ഓരോരുത്തരും ഒരു രീതിയിലാണ് എന്താ ഫങ്ഷൻ ചെയ്യുന്നത്. Okay, so with this, നമ്മുടെ ബയോകെമിസ്ട്രി ആൻഡ് പ്ലാന്റ് ഫിസിയോളജിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞ എക്സാംസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സ്കോപ്പ് ഉള്ള ഒരു മൊഡ്യൂളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി വർക്ക്ഔട്ട് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ എക്സാം. താങ്ക് യു. വെൽക്കം ടു മാസ്റ്റർ കീ അക്കാഡമി. മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് മൈക്രോബയോളജിയുടെ MCQ സെക്ഷനാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടോപ്പിക്കിലേക്ക് തന്നെ കടക്കാം. മൈക്രോബയോളജി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. സോ മൈക്രോബയോളജിയിലെ ഏറ്റവും അതായത് മൈക്രോബയോളജിയിൽ ഏറ്റവും കൂടുതൽ ടോപ്പിക്സ് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് കുറവാണെങ്കിലും അതിൽ ഓപ്ഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ബാക്കിയുള്ള പോർഷൻസും നിങ്ങൾക്ക് കവറായി കിട്ടും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് കമ്പോണന്റ് ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ സെൽ വാൾസ് ഫംഗ്ഷൻ ആസ് ആൻ എൻഡോടോക്സിൻ. നമ്മൾ നമ്മൾ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ് അല്ലേ. അതായത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ മാത്രം. അപ്പം നമുക്കിങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസ് വരുമ്പം ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ മാത്രമായിട്ടുള്ള ആൾക്കാർ ഏതെങ്കിലും ഉണ്ടോ, അത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ മാത്രമായിട്ട് സ്പെസിഫിക് ആയിട്ട് വരുന്ന ഏതെങ്കിലും ഫംഗ്ഷനുള്ള ആൾക്കാരുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ലിപ്പോപോളിസാക്കറൈഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ മാത്രമുള്ളതാണ് അല്ലേ. സോ നമ്മുടെ ആൻസർ എന്താണ്? എൻഡോടോക്സിൻ ആയിട്ട് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ സെൽ വാളിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് ലിപ്പോപോളിസാക്കറൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ലിപ്പോപോളിസാക്കറൈഡ് ഈസ് എ പാർട്ട് ഓഫ് ദി ഔട്ടർ മെമ്പറൈൻ ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആൻഡ് ആക്ട്സ് ആസ് ആൻ എൻഡോടോക്സിൻ കോസിങ് സ്ട്രോങ് ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ലേ. അതായത് ഹോസ്റ്റ് സ്ട്രോങ് ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുന്നതും ലിപ്പോപോളിസാക്കറൈഡ്സ് ആണ് അല്ലേ. പിന്നെ നമുക്ക് നോക്കിയ ബാക്കി ഉണ്ടായിരുന്ന ഓപ്ഷൻസിൽ ഉണ്ടായിരുന്ന തീക്കോയിക് ആസിഡ്, പെപ്റ്റിഡോഗ്ലൈക്കൻ, ക്യാപ്സ്യൂൾ എന്നുള്ളതാണ് അല്ലേ. തീക്കോയിക് ആസിഡ് കാണുന്നത് ഗ്രാം പോസിറ്റീവ് സെൽ വാൾസിലാണ്, ഗ്രാം നെഗറ്റീവ് സെൽ വാൾസിലല്ല. തീക്കോയിക് ആസിഡ് മോളിക്കുലർ ട്രാൻസ്ഫറിനും അതേപോലെ സെൽ ഇൻറ്റഗ്രിറ്റിക്കും അതേപോലെ സെൽ അഡ്ഹഷനും ഒക്കെ സഹായിക്കുന്ന ഗ്രാം പോസിറ്റീവിലുള്ള ഒരു പ്രോട്ടീനാണ് അല്ലേ. പെപ്റ്റിഡോഗ്ലൈക്കൺ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ കമ്പോണന്റ് ഓഫ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. സോ ഇതൊരു ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അല്ല. ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊട്ടക്റ്റീവ് ലെയർ ഔട്ട്സൈഡ് ദി സെൽ വാൾ ആണ് അല്ലേ. ഓക്കെ, നോട്ട് ആൻ എൻഡോടോക്സിൻ. സോ ഇതിനകത്ത് ആൻസർ വരുന്നത് ലിപ്പോപോളിസാക്കറൈഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് അയഡിൻ ഇൻ ഗ്രാം സ്റ്റെയിനിങ്? ഗ്രാം സ്റ്റെയിനിങ്ങിൽ പ്രൈമറി ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് ഡീകളറൈസർ ആണോ, പ്രൈമറി സ്റ്റെയിൻ, മോഡറന്റ് ആൻഡ് കൗണ്ടർ സ്റ്റെയിൻ? അതെ, നമുക്കറിയാം അയോഡിൻ എന്ന് പറയുന്ന മോഡറന്റ് ആണല്ലേ. പ്രൈമറി സ്റ്റെയിൻ ഏതായിരുന്നു? ഇവിടെ ഇതൊന്ന് നോക്കിയിട്ട് പോകാം. അയോഡിൻ ആക്ട്സ് ആസ് മോഡറന്റ് ഫോമിങ് എ കോംപ്ലക്സ് വിത്ത് ക്രിസ്റ്റൽ വയലറ്റ് ഇൻ സെൽസ് ടു എൻഹാൻസ് സ്റ്റെയിൻ റീറ്റൻഷൻ ഇൻ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ നമ്മുടെ ആദ്യത്തെ പ്രൈമറി സ്റ്റെയിൻ ആയിട്ടുള്ള ക്രിസ്റ്റൽ വയലറ്റിന്റെ റീറ്റൻഷന് വേണ്ടിയിട്ട് റീറ്റൻഷൻ എൻഹാൻസ് ചെയ്യുന്ന ആളാണ് അയോഡിൻ എന്ന് പറയുന്ന മോഡറന്റ്. ഓക്കെ, അപ്പം അയോഡിൻ ഇവിടുത്തെ ആൻസർ എന്താണ്? മോഡറന്റ് ആയിട്ടാണ് അയോഡിൻ വർക്ക് ചെയ്യുന്നത്. ഡീകളറൈസർ ഏതാണ്? എത്തനോൾ ഓർ ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാരില്ലേ, ആൽക്കഹോൾ ആണ് ഡീകളറൈസർ. പ്രൈമറി സ്റ്റെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്രിസ്റ്റൽ വയലറ്റ് ആണ്. കൗണ്ടർ സ്റ്റെയിൻ ഏതായിരുന്നു? സാഫ്രാനിൻ. അപ്ലൈഡ് ആഫ്റ്റർ
ഡീകളറൈസേഷന് ശേഷമാണ് സാഫ്രാനിൻ അല്ലെങ്കിൽ കൗണ്ടർ സ്റ്റെയിൻ ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കിയേ, വിച്ച് ആസിഡ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയൽ സെൽ വാൾസ് കോൺട്രിബ്യൂട്ടിംഗ് ദെയർ സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി കൊടുക്കാനായിട്ട് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ കാണുന്ന ആൾക്കാർ തീക്കോയിക് ആസിഡ്, മൈക്കോളിക് ആസിഡ്, പെപ്റ്റിഡോഗ്ലൈക്കൻ, ലിപ്പോയിക് ആസിഡ് അല്ലേ, നമുക്കറിയാവുന്നതാണ്. തീക്കോയിക് ആസിഡ് ആണ്. തീക്കോയിക് ആസിഡ് ആണ് സെൽ ഇൻറ്റഗ്രിറ്റി ഒക്കെ കൊടുക്കാൻ സഹായിക്കുന്നത് അല്ലേ, സെൽ സ്റ്റെബിലിറ്റി, പിന്നെ അതേപോലെ സെൽ ഡിവിഷൻ ടൈമിൽ ഇലോങ്ങേഷന് അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ തീക്കോയിക് ആസിഡ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. തീക്കോയിക് ആസിഡ് ഇൻ ഗ്രാം പോസിറ്റീവ് വാൾസ് കോൺട്രിബ്യൂട്ട് ടു സെൽ റിജിഡിറ്റി ആൻഡ് റെഗുലേഷൻ ഓഫ് അയോൺസ്. മൈക്കോളിക് ആസിഡ് ഫൗണ്ട് ഇൻ മൈക്കോബാക്ടീരിയൽ സെൽ വാൾസ്, നോട്ട് ടിപ്പിക്കൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലല്ല. മൈക്കോളിക് ആസിഡ് കാണുന്ന മൈക്കോബാക്ടീരിയൽ സെൽ വാളിലാണ് അല്ലേ, അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. പിന്നെ പെപ്റ്റിഡോഗ്ലൈക്കണോ, പെപ്റ്റിഡോഗ്ലൈക്കൺ ഗ്രാം പോസിറ്റീവിലും ഗ്രാം നെഗറ്റീവിലും സെൽ വാളിൽ കാണപ്പെടുന്ന ആളാണ് അല്ലേ. അതേപോലെ ഗ്രാം പോസിറ്റീവ് പെപ്റ്റിഡോഗ്ലൈക്കൺ അതുകൊണ്ട് തന്നെ പെപ്റ്റിഡോഗ്ലൈക്കണും ഗ്രാം പോസിറ്റീവിൻ്റെ സ്റ്റെബിലിറ്റിയും തമ്മിൽ ഒരു ബന്ധമില്ല. ലിപ്പോയിക് ആസിഡ് ബാക്ടീരിയൽ സെൽ വാളിലുള്ള ആളെ അല്ല. Okay, next question, what structure do bacteria use for conjugation? Conjugation വേണ്ടിയിട്ട് ബാക്ടീരിയ യൂസ് ചെയ്യുന്നത് പിലി എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ് അല്ലേ. ക്യാപ്സ്യൂള് പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. ഫ്ലജല്ല ഫോർ എന്താണ് മൂവ്മെന്റിന് മോട്ടിലിറ്റിക്ക് വേണ്ടിയാണ്. സ്ലൈം ലെയറും പ്രൊട്ടക്റ്റീവ് കവർ ആണ് അല്ലേ. ഡീഹൈഡ്രേഷനും അതേപോലെ ന്യൂട്രിയൻ ലോസും ഒക്കെ കുറയ്ക്കാനുള്ളതാണ് ക്യാപ്സ്യൂളും സെൽവാളും ഒക്കെ. പിലി എന്ന് പറയുന്നത് കോൺജുഗേഷനുമായിട്ട് മാത്രം ബന്ധപ്പെട്ടാണ്. അതേപോലെ ഹോസ്റ്റിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ അതായത് നമ്മുടെ കോൺജുഗേഷൻ എന്ന് പറയുന്ന സമയത്ത് അതായത് സെയിം ജനറേഷനിൽ തന്നെ DNA ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന സ്ട്രക്ചറാണ് പിലി എന്ന് പറയുന്ന സ്ട്രക്ചർ. ഓക്കെ, പിലി സ്പെസിഫിക്കലി സെക്സ് പിലി ആർ സ്ട്രക്ചേഴ്സ് ദാറ്റ് ഫെസിലിറ്റേറ്റ് കോൺജുഗേഷൻ ട്രാൻസ്ഫറിങ് ജെനറ്റിക് മെറ്റീരിയൽ. ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് ബാക്ടീരിയ നോട്ട് യൂസ്ഡ് ഇൻ കോൺജുഗേഷൻ. ഫ്ലജല്ല യൂസ്ഡ് ഫോർ മോട്ടിലിറ്റി, കോൺജുഗേഷന് വേണ്ടിയുള്ള ആളല്ല. പിന്നെ സ്ലൈം ലെയർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പ്രൊട്ടക്ഷൻ ലെയർ ആണ് അല്ലേ, നോട്ട് ഇൻവോൾവ് ഇൻ കോൺജുഗേഷനിൽ ഇൻവോൾവ് അല്ല. Okay, next question നോക്കിയേ, which bacterial structure is primarily associated with resisting phagocytosis? Phagocytosis നിന്ന് അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ടുള്ള സ്ട്രക്ചർ ഏതാണ്? ക്യാപ്സ്യൂൾ, ഫിംബ്രിയെ, എൻഡോസ്പോർ, ഫ്ലാജല്ല. ക്യാപ്സ്യൂൾ ആണ് അല്ലേ. ക്യാപ്സ്യൂളും സ്ലൈം ലെയേഴ്സും ഒക്കെ ഹോസ്റ്റിന്റെ ബോഡിയിൽ നിന്നുണ്ടാകുന്ന ഇമ്മ്യൂൺ റെസ്പോൺസിൽ നിന്ന് നമ്മുടെ ബാക്ടീരിയൽ സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് capsule എന്ന് പറയുന്ന സ്ട്രക്ചർ അല്ലേ. the capsule protects bacteria from being engulfed by phagocytic cells. ഫിംബ്രി എന്താണ്? ഫിംബ്രി aid and attachment, not phagocytosis resistant. എൻഡോസ്പോർ എന്ന് പറഞ്ഞാൽ എന്താ? സർവൈവൽ സ്ട്രക്ചർ ആണ് അല്ലേ. അതായത് മോശപ്പെട്ട കാലാവസ്ഥ വരുമ്പോൾ നമ്മുടെ ബാക്ടീരിയ ഒക്കെ ഒരു ഡോമൻ സ്റ്റേജിലേക്ക് പോകുന്നതിനാണ് എൻഡോസ്പോർ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സർവൈവൽ സ്ട്രക്ചർ അണ്ടർ ഹാർഷ് കണ്ടീഷൻ, നോട്ട് ഡയറക്ട്ലി ഫോർ ഫാഗോസൈറ്റോസിസ് റെസിസ്റ്റൻസ്. ഫ്ലജല്ല യൂസ്ഡ് ഫോർ മൂവ്മെന്റ്, അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഓർഗാനിസംസ് ദാറ്റ് ഒബ്റ്റെയിൻ എനർജി ഫ്രം ലൈറ്റ് ആൻഡ് യൂസ് ഓർഗാനിക് കാർബൺ സോഴ്സ് ആർ ക്ലാസിഫൈഡ് ആസ്. ഫോട്ടോ ഓട്ടോട്രോപ്സ് ഉണ്ട്, ഫോട്ടോ ഹെറ്ററോട്രോപ്സ് ഉണ്ട്, കീമോ ഓട്ടോട്രോപ്സ് ഉണ്ട്, കീമോ ഹെറ്ററോട്രോപ്സ് ഉണ്ട്. ഏതാണ് വരുന്നത്? ഫോട്ടോ ഹെറ്ററോട്രോപ്സ് അല്ലേ. ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മറ്റുള്ളവരെ ന്യൂട്രിയൻസിന് വേണ്ടിയിട്ട്, അതായത് മറ്റുള്ളവരെല്ലാം സ്വന്തമായിട്ട് അതായത് പ്രൊഡക്ഷൻ ചെയ്യുന്നില്ല, ന്യൂട്രിയൻ പ്രൊഡക്ഷൻ ചെയ്യാത്ത ആൾക്കാരാണ് ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത്. ആട്ടോട്രോപ്സിനെയൊക്കെ നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് ആശ്രയിക്കില്ല, ന്യൂട്രിയൻസിന് വേണ്ടി ആശ്രയിക്കുന്നവർ. ഓട്ടോട്രോപ്സ് എന്ന് പറയുമ്പോൾ അവർ സ്വന്തമായിട്ട് ഫുഡ് പ്രൊഡക്ഷൻ ചെയ്യും അല്ലേ. അതായത് സൺലൈറ്റിൻ്റെ ബേസിസിൽ ഓർഗാനിക് കാർബണിനെ യൂസ് ചെയ്ത് ഫുഡ് ന്യൂട്രിയൻസ് ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് ഫോട്ടോ ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത്. നോക്കിയേ, ഫോട്ടോ ഹെറ്ററോട്രോപ്സ് യൂസ് ലൈറ്റ് ഫോർ എനർജി ആൻഡ് ഓർഗാനിക് മോളിക്യൂൾസ് എ കാർബൺ സോഴ്സ്. അപ്പോൾ ഹെറ്ററോട്രോപ്സ് എന്ന് പറയുമ്പോഴത്തേന് ഓർഗാനിക് മോളിക്യൂൾസിനെ ആയിരിക്കും, ഓട്ടോട്രോപ്സ് എന്ന് പറയുമ്പോൾ ഇനോർഗാനിക് കാർബൺ മോളിക്യൂൾസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫോട്ടോ ഓട്ടോട്രോപ്സ് യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് ആസ് എ കാർബൺ സോഴ്സ്, നോട്ട് ഓർഗാനിക് കാർബൺ. കീമോ ആണെങ്കിലോ അവിടെ ലൈറ്റ് എനർജിക്ക് പകരം അവർ കെമിക്കൽ എനർജി ആയിരിക്കും. പക്ഷെ ഓട്ടോട്രോപ്സ് എന്ന് പറയുമ്പോൾ അവർ സ്വന്തമായിട്ട് ഫുഡ്, അതായത് ന്യൂട്രിയൻസിന്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നത്, കെമിക്കൽ എനർജി യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ഒബ്റ്റെയിൻ എനർജി ഫ്രം കെമിക്കൽ കോമ്പൗണ്ട്സ്, നോട്ട് ലൈറ്റ്. കീമോ ഹെറ്ററോട്രോപ്സ് യൂസ് കെമിക്കൽ കോമ്പൗണ്ട്സ് ഫോർ ബോത്ത് എനർജി ആൻഡ് കാർബൺ ആണ് കീമോ ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത്.
Okay, next question. Which type of media is used to distinguish between differential microbial species based on metabolic property? Metabolic property basis microbial species differentiate distinguish ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയ ആണ് ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇല്ലേ. അല്ലാതെ നമുക്ക് സെലക്റ്റീവ് മീഡിയ അറിയാം, എൻറിച്ച്ഡ് മീഡിയ അറിയാം, എൻറിച്ച്മെന്റ് മീഡിയ അറിയാം, ഡിഫൈൻഡ് മീഡിയ അറിയാം അല്ലേ. ഓരോന്നും എന്താന്ന് നോക്കി. ഡിഫറൻഷ്യൽ മീഡിയ അലൗസ് ഡിഫറൻസിയേഷൻ ബേസ്ഡ് ഓൺ മെറ്റബോളിക് ഡിഫറൻസസ്. pH ചേഞ്ചിനനുസരിച്ച് അല്ലെങ്കിൽ എക്സാമ്പിൾ പോലെ പറഞ്ഞാണ് pH ചേഞ്ചസ് എന്ന് പറയുന്നത്. ഡിഫറൻഷ്യൽ മീഡിയ മെറ്റബോളിക് ഡിഫറൻസസിനനുസരിച്ച് ഓർഗാനിസത്തിന് അല്ലെ മൈക്രോ ഓർഗാനിസത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. സെലക്റ്റീവ് മീഡിയ എന്താ, ബാക്കിയുള്ള മൈക്രോബ്സിൻ്റെ ഒക്കെ വളർച്ച ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്തുകൊണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം ഗ്രോത്തിന് സപ്പോർട്ട് ചെയ്യും. ഇൻഹിബിറ്റ് സർട്ടൺ ബാക്ടീരിയ ബട്ട് ഡസ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് മെറ്റബോളിക് ട്രൈറ്റ്സ്. ഓക്കെ, എൻറിച്ച്മെന്റ് മീഡിയ എന്ന് പറഞ്ഞാൽ എൻഹാൻസസ് ഗ്രോത്ത് ഓഫ് പർട്ടിക്കുലർ ബാക്ടീരിയ ബട്ട് നോട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല, ബാക്ടീരിയയുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. ഡിഫൈൻഡ് മീഡിയ നോൺ കോമ്പോസിഷൻ ബട്ട് നോട്ട് ഡിഫറൻസിയേഷൻ ഫംഗ്ഷൻ. അതാണ് ഡിഫൈൻഡ് മീഡിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The primary characteristics of a synchronous culture in bacterial studies. Bacterial studies synchronous culture അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എ കോൺസ്റ്റന്റ് ഗ്രോത്ത് റേറ്റ്, ബി സെൽ ഡിവൈഡ് അറ്റ് ദ സെയിം ടൈം, കണ്ടിന്യൂസ് ന്യൂട്രിയൻറ്റ് സപ്ലൈ, മിക്സ്ഡ് പോപ്പുലേഷൻ ഗ്രോത്ത്. സെൽസ് ഡിവൈഡ് അറ്റ് ദ സെയിം ടൈം ഇല്ലേ. നമ്മളവിടെ എന്താ ചെയ്യുന്നത്, ഒരു പ്രത്യേക ഒരു ഗ്രോത്ത് കർവിൻ്റെ ഒരു പ്രത്യേക ഫേസിൽ എത്തി നിൽക്കുന്ന സമയത്ത് അവിടെ ന്യൂട്രിയൻസിൻ്റെ ഒരു അവൈലബിലിറ്റി കുറച്ചുകൊണ്ട് എല്ലാ ബാക്ടീരിയൽ സെൽസ് ഒരേ ടൈമിൽ ഗ്രോത്ത് അല്ലെ സെൽ ഡിവിഷൻ ഒരേ സമയത്ത് വരുന്ന രീതിയിൽ നമ്മൾ അവിടെ അവരുടെ സെൽസിൻ്റെ ഗ്രോത്തിനെ സെറ്റ് ചെയ്യും. അപ്പോൾ അത് കഴിയുമ്പോൾ ബാക്ടീരിയൽ ഗ്രോത്ത് ഒരു സിൻക്രണസ് പാറ്റേണിലായിരിക്കും പോകുന്നത്. അതിനാണ് സിൻക്രണസ് കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി. സെൽസ് ഡിവൈഡ് അറ്റ് ദ സെയിം ടൈം. ഇൻ സിൻക്രണസ് കൾച്ചർ സെൽസ് ആർ ഇൻ ദ സെയിം ഗ്രോത്ത് ഫേസ് ആൻഡ് ഡിവൈഡ് സൈമൾട്ടേനിയസ്ലി. കോൺസ്റ്റന്റ് ഗ്രോത്ത് കർവിലോ കണ്ടിന്യൂസ് കൾച്ചർ ഫീച്ചർ ആണ്, നോട്ട് സ്പെസിഫിക് ടു സിൻക്രണസ്. ഓക്കെ, പിന്നെ കണ്ടിന്യൂസ് ന്യൂട്രിയൻ സപ്ലൈ എന്ന് പറയുമ്പോൾ പാർട്ട് ഓഫ് കണ്ടിന്യൂസ് കൾച്ചർ ആണ്, പക്ഷേ നോട്ട് സിൻക്രണസ് ഗ്രോത്തുമായിട്ട് അതിന് റിലേഷൻ ഇല്ല. മിക്സ്ഡ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ടു സിൻക്രണസ് ഗ്രോത്ത് ആണ് അല്ലേ, വേർ സെൽസ് ആർ അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിരിക്കും. നെക്സ്റ്റ്, വിച്ച് ഡിവൈസ് ഈസ് എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ബാക്ടീരിയൽ സെൽസ് ഇൻ ദി ലോക്ക് ഫേസ് ഫോർ എക്സ്റ്റെൻഡഡ് പീരീഡ്. ബാക്ടീരിയയുടെ ഗ്രോത്തിനെ ലോക്ക് ഫേസിൽ കുറേ നാളത്തേക്കിന് നമുക്ക് സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ പറ്റുന്നത് കീമോസ്റ്റാറ്റ് ആണ് അല്ലേ. കീമോസ്റ്റാറ്റിൽ നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ന്യൂട്രിയൻറ്റും കൊടുക്കും, അതേപോലെ തന്നെ അവിടുന്ന് ആവശ്യമില്ലാത്ത അതേപോലെ എലിമിനേറ്റ്, അതായത് ടോക്സിൻസ് പോലെയുള്ള അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി ആയിട്ട് വരുന്ന ആൾക്കാരെ റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കും കീമോസ്റ്റാറ്റിൽ. അപ്പോൾ ആ ലോക്ക് ഫേസിൽ തന്നെ ബാക്ടീരിയയുടെ ഗ്രോത്ത് നിൽക്കാനായിട്ട് അത് സഹായിക്കും. എ കീമോസ്റ്റാറ്റ് പ്രൊവൈഡ്സ് ന്യൂട്രിയൻറ്റ് അറ്റ് എ സ്റ്റഡി റേറ്റ് കീപ്പിംഗ് സെൽസ് ഇൻ ലോക്ക് ഫേസ്. സ്പെക്ട്രോഫോട്ടോമീറ്റർ ഈ ബാക്ടീരിയയുടെ സെൽ ഡെൻസിറ്റി അളക്കാനായിട്ടുള്ള ആളാണ് അല്ലേ. മെഷേഴ്സ് സെൽ ഡെൻസിറ്റി ബട്ട് ഡസൻ കൺട്രോൾ ഗ്രോത്ത് ഫേസ്. Turbidostat similar to chemostat but operates by adjusting turbidity. Petroff-Hauser chamber counting cell tool, not growth maintenance ന് വേണ്ടിയുള്ള ആളല്ല, ചേംബർ കൗണ്ടിങ് ടൂൾ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പെട്രോഫ്-ഹോസർ ചേംബർ എന്ന് പറയുന്നത്. ടർബിഡോസ്റ്റാറ്റ് ടർബിഡിറ്റി ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ പക്ഷേ കീമോസ്റ്റാറ്റിലോ ന്യൂട്രിയൻസ് കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ട് അവരുടെ ബാക്ടീരിയയുടെ ഗ്രോത്ത് ഒരു സ്റ്റഡി സ്റ്റേറ്റിൽ നിർത്തുന്നതാണ് അല്ലേ. Bacteria with a unique waxy cell wall structure resistant to desiccation belong to which genus? ഏത് ജീനസിൽ വരുന്ന ആൾക്കാർക്കാണ് യുണീക് വാക്സി സെൽ വാൾ സ്ട്രക്ചർ വരുന്നത്? മൈക്കോബാക്ടീരിയത്തിനാണ് അല്ലേ. Mycobacterium has a waxy cell wall with mycolic acid making it resistant to desiccation. Mycolic acid മൈക്കോബാക്ടീരിയത്തിൽ ഉള്ളതുകൊണ്ടാണ് ഡെസിക്കേഷനെ റെസിസ്റ്റന്റ് ചെയ്യുന്നത്. പിന്നെ എസ്ചെറിഷ്യ കോളി എന്ന് പറയുന്ന ഗ്രാം നെഗറ്റീവ് ആണ്, ലാക്ക് ഓഫ് വാക്സി സെൽ വാൾ ഇല്ല. സ്റ്റഫൈലോകോക്കസ് ഗ്രാം പോസിറ്റീവ് ആണ്, അതിനും വാക്സി സെൽ വാൾ ഇല്ല. ബാസിലസ് ഫോംസ് പോസ് ഫോർ സർവൈവർ ബട്ട് ലാക്ക് ഓഫ് സെൽ വാക്സിസ് വാൾ. ഓക്കെ, വാക്സി സെൽ വാൾ ഉള്ളത് മൈക്കോബാക്ടീരിയത്തിന് മാത്രമേ ഉള്ളൂ. ബാസിലസിനും അത് സർവൈവലിന് വേണ്ടി സ്പോർ ഫോർമേഷൻ നടത്തും എന്നല്ലാതെ അതിന് വാക്സി സെൽ വാൾ
ഇല്ല, ആബ്സെന്റ് ആയിരിക്കും. The spread plate method is primarily used for spread plate method യൂസ് ചെയ്യുന്ന എന്തിനാണ്? കൗണ്ടിങ് വയബിൾ കോളനീസിനെ കൗണ്ട് ചെയ്യാനാണ്. നമ്മൾ അതിനകത്താണ് അത് പഠിച്ചതല്ലേ, അല്ലെങ്കിൽ നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന്റെ കൗണ്ടിങ്ങിനകത്താണ് ഈ പറയുന്ന സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡ് വന്നത് ഇല്ലേ. സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡ് വയബിൾ ആയിട്ടുള്ള കോളനീസിനെ കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ദ സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട്സ് ബാക്ടീരിയ ഓൺ ആൻ അഗർ സർഫസ് ടു കൗണ്ട് കോളനീസ്. പിന്നെ ഒബ്സർവിങ് മോട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അല്ലേ. ലിക്വിഡ് മീഡിയയിലാണ് നമ്മൾ കൂടുതലായിട്ടും മോട്ടിലിറ്റി സ്റ്റഡീസ് നടത്തുന്നത്. അതേപോലെ ഡിറ്റർമൈനിങ് സെൽ മാസ് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ടാബിലിറ്റിയോ അല്ലെങ്കിൽ ഡ്രൈ വെയിറ്റോ ഒക്കെ നോക്കിയിട്ടാണ് സെൽ മാസ് പറയുന്നത്. ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി നോക്കാനായിട്ട് ഡിഫ്യൂഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡ് കൗണ്ടിങ് വയബിൾ കോളനീസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് സെൽ മാസ് ബൈ ടാബിഡിറ്റി. ടാബിഡിറ്റി വെച്ചിട്ട് നമ്മൾ സെൽ മാസിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്പെക്ട്രോഫോട്ടോമെട്രി ആണ് അല്ലേ. സ്പെക്ട്രോഫോട്ടോമെട്രിയിൽ നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ആ ഒരു അബ്സോർബൻസിന്റെ ബേസിസിൽ നമുക്ക് സെൽ മാസ് കൗണ്ട് ചെയ്യാൻ പറ്റും. സ്പെക്ട്രോഫോട്ടോമെട്രി മെഷേഴ്സ് സെൽ മാസ് ഇൻഡയറക്ട്ലി ത്രൂ ലൈറ്റ് അബ്സോർപ്ഷൻ ഇൻഡിക്കേറ്റിംഗ് ടാബിഡിറ്റി. ടാബിഡിറ്റിയെ കാണിക്കാനായിട്ട് അത് സ്പെക്ട്രോഫോട്ടോമെട്രി യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഫ്ലോ സൈറ്റോമെട്രി ഉണ്ട്. കൗണ്ട്സ് സെൽ ഇൻഡിവിജ്വലി ആണ് ഫ്ലോ സൈറ്റോമെട്രി. പിന്നെ പോർ പ്ലേറ്റ് മെത്തേഡ് പക്ഷേ നമുക്ക് കോളനി കൗണ്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ അല്ലേ, അല്ലാതെ നമുക്ക് സെൽ മാസ് എടുക്കാൻ പറ്റില്ല. പെട്രോഫോസർ ചേംബറിലും നമ്മൾ സെൽസിനെയാണ് കൗണ്ട് ചെയ്യുന്നത്, അല്ലാതെ നമുക്ക് സെൽ മാസ് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഡ്യൂറിങ് പെപ്റ്റിഡോഗ്ലൈക്കൺ സിന്തസിസ് വിച്ച് മോളിക്യൂൾ ആക്ട് ആസ് എ ലിപ്പിഡ് കാരിയർ ടു ട്രാൻസ്പോർട്ട് ബിൽഡിംഗ് ബ്ലോക്സ് അക്രോസ് ദ മെംബ്രെയിൻ. അതായത് പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ സിന്തസൈസ് പറഞ്ഞ സമയത്ത് ഏത് മോളിക്യൂളാണ് ലിപ്പിഡ് കാരിയറായിട്ട് നമ്മുടെ സെൽ മെംബ്രെയിനുള്ളിൽ കാണുന്നത്? ബാക്ടോപ്രിനോൾ പറഞ്ഞിരുന്നു ഇല്ലേ. ബാക്ടോപ്രിനോൾ ആണ് ഈ പറയുന്ന ലിപ്പിഡ് കാരിയറായിട്ട് വർക്ക് ചെയ്യുന്നത്. ആൻസർ ബാക്ടോപ്രിനോൾ ട്രാൻസ്പോർട്ട് പെപ്റ്റിഡോഗ്ലൈക്കൻ പ്രിക്കോസേഴ്സ് അക്രോസ് ദ ബാക്ടീരിയൽ സെൽ മെംബ്രെയിൻ. മ്യൂറാമിക് ആസിഡ് എ ഷുഗർ കമ്പോണന്റ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കണിൽ കാണുന്ന ഒരു ഷുഗർ കമ്പോണന്റ് ആണ് മ്യൂറാമിക് ആസിഡ്. ലിപ്പോത്തിക്കോയിക് ആസിഡ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലാണ് കാണുന്നത്. ലാംഗേഴ്സ് പെപ്റ്റിഡോഗ്ലൈക്കണിൻ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ മോളിക്യൂൾസിന്റെ ട്രാൻസ്ഫറിനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ എൻ അസിറ്റൈൽ ഗ്ലൂക്കോസാമൈൻ എന്ന് പറയുന്നത് പെപ്റ്റിഡോഗ്ലൈക്കണിന്റെ ഒരു സ്ട്രക്ചർ തന്നെ അല്ലെ, പെപ്റ്റിഡോഗ്ലൈക്കണിന്റെ ഒരു പാർട്ട് തന്നെയാണ്. അപ്പോൾ പെപ്റ്റിഡോഗ്ലൈക്കണിന്റെ സിന്തസൈസിന് അല്ലെ പെപ്റ്റിഡോഗ്ലൈക്കൺ പ്രിക്കോസറിനെ ബാക്ടീരിയൽ സെല്ലിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നത് അല്ലെ ലിപ്പിഡ് കാരിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ബാക്ടോപ്രിനോൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഓഫ് ഫ്ലാജെല്ല ലീഡ് ടു വിച്ച് ടൈപ്പ് ഓഫ് ബാക്ടീരിയൽ മൂവ്മെന്റ്? കൗണ്ടർ ക്ലോക്ക് വൈസ് ആകുമ്പോൾ ടംബിൾ ഫാഷൻ വരുന്നത് ക്ലോക്ക് വൈസ് ആകുമ്പോഴാണ്. റണ്ണ് വരുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, റണ്ണാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വെൻ ഫ്ലാജെല്ല റൊട്ടേറ്റ് കൗണ്ടർ ക്ലോക്ക് വൈസ് ബാക്ടീരിയ മൂവ് ഇൻ എ സ്ട്രെയിറ്റ് ലീനിയർ ഫാഷൻ. ഓക്കെ, ട്വിച്ചിങ് ആണെങ്കിലോ സീൻ ഇൻ പിലി ബേസ്ഡ് മൂവ്മെന്റ് ആണെങ്കിലാണ് ട്വിച്ചിങ് കാണുന്നത്. ഗ്ലൈഡിംഗ് എന്ന് പറയുന്നത് സർഫസിലൂടെ ഉള്ള മൂവ്മെന്റ് ആണ്. ടംബിൾ കോസ്ഡ് ബൈ ക്ലോക്ക് വൈസ് ഫ്ലാജെല്ലാർ റൊട്ടേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആർ ടിപ്പിക്കലി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റർ ഓഫ് വാട്ടർ ക്വാളിറ്റി ഇൻ എൻവയോൺമെന്റൽ മൈക്രോബയോളജി? എൻവയോൺമെന്റൽ മൈക്രോബയോളജിയിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് കോളിഫോം ബാക്ടീരിയയുടെ അല്ലെ ഈക്കോളയുടെ പ്രസൻസ് ആണ് അല്ലേ. ഓക്കെ, കോളിഫോം ബാക്ടീരിയ ഫീക്കൽ കണ്ടാമിനേഷൻ ഇൻ വാട്ടർ ആണ്. അതായത് നമ്മുടെ വാട്ടറിൽ കോളിഫോം ബാക്ടീരിയ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ വാട്ടറിൽ ഫീക്കൽ കണ്ടാമിനേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. സയനോ ബാക്ടീരിയ ആണെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ആണ്, പക്ഷേ ക്വാളിറ്റിയുമായിട്ട് ഒരു ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഹാലോഫിലിക് എന്ന് പറയുമ്പോൾ ത്രൈവ് ഇൻ സോൾട്ടി എൻവയോൺമെന്റിൽ കാണുന്നതാണ് ഹാലോഫിലിസ്. അസിഡോഫിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിക് ആയിട്ടുള്ള കണ്ടീഷനിൽ കാണുന്ന ആൾക്കാരാണ് അസിഡോഫൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഹാലോഫൈൽസ് അസിഡോഫൈൽസ് എന്നൊക്കെ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്, അതൊന്ന് നോക്കി വെച്ചേക്കണം. ദ ബാക്ടീരിയൻ സ്പീഷീസ് ക്ലോസ്ട്രീഡിയം ടെറ്റനി പ്രൊഡ്യൂസസ് എ ടോക്സിൻ. അപ്പോൾ ക്ലോസ്ട്രീഡിയം ടെറ്റനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ടോക്സിന് എന്തിന് കാരണമാകുന്നു എന്നാണ്? കോസസ് പാരാലിസിസ് ബൈ ബ്ലോക്കിംഗ് അസറ്റോകൊളൈൻ റിലീസ്, ഇൻഹിബിറ്റ് മസിൽ റിലാക്സേഷൻ, ഡെസ്ട്രോയ്സ് റെഡ് ബ്ലഡ് സെൽസ്, ഇൻഹിബിറ്റ് പ്രോട്ടീൻ സിന്തസിസ്. മസിൽ റിലാക്സേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു അല്ലേ, അതാണ് ക്ലോസ്ട്രീഡിയം ടെറ്റനിയുടെ ടോക്സിൻ
ഉണ്ടാക്കുന്ന ഇഫക്റ്റ് എന്ന് പറയുന്നത്, അതായത് മസിൽ റിലാക്സേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതായത് ഇൻഹിബിറ്റ്സ് മസിൽ റിലാക്സേഷൻ. ദ ടോക്സിൻ ടെറ്റനോസ്പാസ്മിൻ ബ്ലോക്സ് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കോസിംഗ് മസിൽ റിജിഡിറ്റിക്ക് കാരണമാകുന്നു. കോസസ് പാരാലിസിസ് ബൈ ബ്ലോക്കിംഗ് അസറ്റോകൊളൈൻ റിലീസ്. ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബോട്ടുലിനം ടോക്സിൻ ആണെങ്കിലാണ് പാരാലിസിസ് ഉണ്ടാകുന്നത്, അസറ്റോകൊളൈൻ്റെ റിലീസ് ഉണ്ടാകുന്നത്. അതേപോലെ റെഡ് ബ്ലഡ് സെൽസിനെ നശിപ്പിക്കുന്നത് ടെറ്റനസുമായിട്ട് റിലേഷൻ ഇല്ല. ഇൻഹിബിറ്റ്സ് പ്രോട്ടീൻ സിന്തസിസ് കോമൺലി സീൻ ഇൻ ഡിഫ്തീരിയ ടോക്സിൻ ആണെങ്കിലാണ് പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. Next question, which type of disinfectant is commonly used in hospitals for sterilizing surface? Surface sterilize ചെയ്യാൻ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ഡിസിൻഫെക്റ്റന്റ് ഹാലജൻസ് ആണോ, ഹെവി മെറ്റൽസ് ആണോ, ആൽഡിഹൈഡ്സ് ആണോ, സർഫാക്റ്റൻസ് ആണോ? ആൽഡിഹൈഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ആൽഡിഹൈഡ്സ് ലൈക്ക് ഫോമാൽഡിഹൈഡ് ആർ എഫക്റ്റീവ് ഫോർ സർഫസ് സ്റ്റെറിലൈസേഷൻ. ഹാലജൻസ് ആണെങ്കിലോ എഫക്റ്റീവ് ഡിസിൻഫെക്റ്റൻസ് ബട്ട് നോട്ട് ഐഡിയൽ ഫോർ ഓൾ സർഫസ്, എല്ലാ സർഫസിലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഹെവി മെറ്റൽസ് എന്ന് പറയുന്ന ടോക്സിസിറ്റി ഉണ്ടാക്കുന്ന ഒരാളാണ് അല്ലേ, യൂസ്ഡ് സ്പാരിംഗ്ലി ഡ്യൂ ടു ടോക്സിസിറ്റി. സർഫാക്റ്റൻസ് ക്ലീൻ സർഫസസ് ബട്ട് ലാക്ക് ഹൈ ലെവൽ ഡിസിൻഫെക്ഷൻ സർഫാക്റ്റൻസ് കാണിക്കുന്നില്ല. നെക്സ്റ്റ് ആണ്, ഇൻ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ വിച്ച് എൻസൈം കാറ്റലൈസസ് ദ കൺവേർഷൻ ഓഫ് പൈറൂവേറ്റ് ടു ലാക്ടേറ്റ്. പൈറൂവേറ്റിൽ നിന്ന് ലാക്ടേറ്റ് ആകാനായിട്ട് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ലാക്ടേറ്റ് ഡീഹൈഡ്രോജിനേസ് ആണ് അല്ലേ. ലാക്ടേറ്റ് ഡീഹൈഡ്രോജിനേസ് ആണ് പൈറൂവേറ്റ് ടു ലാക്ടേറ്റ് ആവാനായിട്ട് സഹായിക്കുന്നത്. Lactose dehydrogenase converts pyruvate to lactate in fermentation. Next, pyruvate decarboxylase ഉണ്ട് അല്ലേ. Pyruvate decarboxylate convert pyruvate to acetaldehyde in alcohol fermentation. പൈറുവേറ്റിൽ നിന്ന് അസറ്റാൽഡിഹൈഡ് ഉണ്ടാക്കാനാണ് ഡീകാർബോക്സിലേസ് വരുന്നത്. അതേപോലെ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് കാറ്റലൈസസ് എത്തനോൾ ഫോർമേഷന് സഹായിക്കുന്നു. അസറ്റോലാക്ടേറ്റ് സിന്തസൈസ് ഇൻവോൾവ് ഇൻ അമിനോ ആസിഡ് സിന്തസിസിനാണ് സഹായിക്കുന്നു. ഓക്കെ, ഇൻ ബയോറെമിഡിയേഷൻ വിച്ച് ഓർഗാനിസം ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടു ഡീഗ്രേഡ് പൊല്യൂട്ടൻസ്. പൊല്യൂട്ടൻസിൻ്റെ ഡീഗ്രഡേഷന് ബയോറെമിഡിയേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഓർഗാനിസം ആണ് ബാക്ടീരിയ. ഓക്കെ, ബാക്ടീരിയ ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ബയോറെമിഡിയേഷൻ ഫോർ ബ്രേക്കിംഗ് ഡൗൺ പൊല്യൂട്ടൻസ്. പ്ലാന്റ്സ് ആണെങ്കിൽ എന്ത് പറയും? ഫൈറ്റോ റെമിഡിയേഷൻ എന്നാണ് പറയുന്നത് അല്ലേ. ഫംഗസ് ആണെങ്കിലോ ഡീകമ്പോസ് ചെയ്യുന്നവരാണ് ഫംഗസ് എന്ന് പറയുന്നത്. ഡീകമ്പോസ് ഓർഗാനിക് പൊല്യൂട്ടൻസ് ബട്ട് ലെസ് കോമൺ ദാൻ ബാക്ടീരിയ. പിന്നെ ആൽഗെ പറയുകയാണ് യൂസ്ഡ് ഇൻ ലിമിറ്റഡ് റെമിഡിയേഷൻ ബട്ട് നോട്ട് പ്രൈമർലി. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് കളർ ഡു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ അപ്പിയർ ആഫ്റ്റർ സക്സസ്ഫുൾ ഗ്രാം പോസിറ്റീവ്? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഗ്രാം സ്റ്റെയിനിങ് കഴിയുമ്പോൾ എന്ത് കാണിക്കും? പിങ്ക് കളർ കാണിക്കില്ലേ, അല്ലെങ്കിൽ റെഡ് ഓർ സാഫ്രാൻ എന്ന് പറയുന്ന കളർ കാണിക്കും. ഓക്കെ, പർപ്പിൾ കളർ കാണിക്കുന്ന ആരാണ്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ് അല്ലേ. പിങ്ക് കളറാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ സ്റ്റെയിനിങ് ഡ്യൂ ടു ദെയർ തിൻ പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയർ. പർപ്പിൾ ആണെങ്കിലോ കളർ ഓഫ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ് പർപ്പിൾ. ബ്ലൂ എന്ന് പറയുന്നത് ഗ്രീൻ എന്ന് പറയുന്നു ഗ്രാം സ്റ്റെയിനിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ല. Which type of organism require a high salt environment for optimal growth? Optimal growthന് വേണ്ടി ഹൈ സോൾട്ട് കണ്ടീഷൻ വേണ്ടത് ഹാലോഫൈൽസ് ആണ് അല്ലേ. അസിഡോഫൈൽസ് ആണെങ്കിൽ അസിഡിക് എൻവയോൺമെന്റിലാണ് കാണുന്നത്. തെർമോഫൈൽസ് ആണെങ്കിൽ ഹൈ ടെമ്പറേച്ചറിലും, സൈക്രോഫൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾഡ് എൻവയോൺമെന്റിലുമാണ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദ പ്രൈമറി റീസൺ ഫോർ യൂസിങ് സെലക്റ്റീവ് മീഡിയ ടു. സെലക്റ്റീവ് മീഡിയ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് എൻഹാൻസ് കോളനി കളർ ഡിഫറൻസിയേഷൻ, അലോ ഓൺലി സ്പെസിഫിക് മൈക്രോബ്സ് ടു ഗ്രോ, ഇൻക്രീസ് ഗ്രോത്ത് റേറ്റ് ഫോർ ഓഫ് ഓൾ ബാക്ടീരിയ, ഐഡന്റിഫൈ പതോജനിക് ഓർഗാനിസംസ്, അലോ ഓൺലി സ്പെസിഫിക് മൈക്രോബ്സ് ടു ഗ്രോ. സെലക്റ്റീവ് മീഡിയയിലാണ് സ്പെസിഫിക് ആയിട്ടുള്ള മൈക്രോബ്സ് മാത്രമേ ഗ്രോ ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ്, allow only specific microbes to grow. Selective media inhibit the growth of unwanted microbes, allowing specific organisms to grow. Enhance colony color differentiation done with differential media. Increase growth rate of all bacteria, not function of selective media. Identify pathogenic organism വരുമ്പോൾ selective media can help in identifying pathogens but is not exclusive to them. Okay. Next, what is the primary purpose of enrichment media? Enrichment mediaയുടെ primary purpose എന്താ?
to increase population of rare microorganisms. റെയർ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ ഇൻക്രീസിനെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൻറിച്ച് മീഡിയ കൊടുക്കുന്നത് അല്ലേ. ഇൻക്രീസ് ദ പോപ്പുലേഷൻ ഓഫ് റെയർ മൈക്രോ ഓർഗാനിസംസ്. എൻറിച്ച്മെന്റ് മീഡിയ ആർ ഡിസൈൻഡ് ടു ബൂസ്റ്റ് ദ ഗ്രോത്ത് ഓഫ് rare or slow growing microorganisms, making them easier to detect. Select for specific microorganisms. This is related to selective media, not enriched media ആയിട്ട് റിലേറ്റഡ് അല്ല അല്ലേ. സെലക്ട് ഫോർ സ്പെസിഫിക് മൈക്രോ ഓർഗാനിസം. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മൈക്രോബിയൽ കോളനീസ് പറയുമ്പോൾ ദിസ് ഈസ് ദ പർപ്പസ് ഓഫ് ഡിഫറൻഷ്യൽ മീഡിയ വിച്ച് യൂഷ്വലി ഡിസ്റ്റിങ്വിഷസ് ടൈപ്സ് ഓഫ് മൈക്രോബ്സ്. ദെൻ ഐസൊലേറ്റ് പത്തോജനിക് ബാക്ടീരിയ നോക്കിയാലോ, ഐസൊലേഷൻ ഇസ് ടിപ്പിക്കലി അച്ചീവ് ബൈ സെലക്റ്റീവ് ഓർ ഡിഫറൻഷ്യൽ മീഡിയ, നോട്ട് എൻറിച്ച്മെന്റ് മീഡിയയിലെ ഒരു ഇതിലല്ല അല്ലേ. എൻറിച്ച്മെന്റ് മീഡിയ യൂസ് ചെയ്തിട്ടല്ല പത്തോജനിക് ബാക്ടീരിയ ഐസൊലേറ്റ് ചെയ്യുന്നത്, അത് സെലക്റ്റീവ് ഓർ ഡിഫറൻഷ്യൽ മീഡിയയുടെ ആപ്ലിക്കേഷൻ ആയിട്ട് വരും. വാട്ട് ഈസ് ദ പ്രൈമറി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കണ്ടിന്യൂസ് കൾച്ചേഴ്സ് ആർ മോസ്റ്റ് യൂസ്ഫുൾ ഫോർ സ്റ്റഡിങ് വിച്ച് ടൈപ്പ് ഓഫ് ബാക്ടീരിയൽ ആക്ടിവിറ്റി. കണ്ടിന്യൂസ് കൾച്ചർ എന്ന് പറയുമ്പോൾ ബാക്ടീരിയൽ ഡെത്ത് അണ്ടർ ന്യൂട്രിയൻ ലിമിറ്റേഷൻ വരുമ്പോൾ സമയത്ത്, അല്ലെങ്കിൽ എവല്യൂഷണറി മ്യൂട്ടേഷൻ റേറ്റ് പഠിക്കാൻ, മെറ്റബോളിസം അറ്റ് സ്റ്റഡി റേറ്റ് കണ്ടീഷൻ, ഡോർമൻ സെൽ ഫിസിയോളജി. നമ്മൾ കണ്ടിന്യൂസ് കൾച്ചർ യൂസ് ചെയ്യുന്ന മെറ്റബോളിസം ഒക്കെ പഠിക്കാനാണ് അല്ലേ. മെറ്റബോളിസം അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ആൻസർ ഈസ് മെറ്റബോളിസം അറ്റ് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ. കണ്ടിന്യൂസ് കൾച്ചേഴ്സ്, particularly those in chemostats, are designed to maintain microorganism in a steady state phase growth. Okay, next, bacteria cell under nutrient limitation പറയുമ്പോൾ would more likely to be studied batch cultures where nutrient depletion occurs over time. പിന്നെ evolutionary mutation പഠിക്കാനും നമ്മൾ കണ്ടിന്യൂസ് കൾച്ചർ അല്ല യൂസ് ചെയ്യുന്നത്. അതേപോലെ ഡോർമൻ സെൽ ഫിസിയോളജി പഠിക്കാനും നമ്മൾ കണ്ടിന്യൂസ് കൾച്ചർ അല്ല യൂസ് ചെയ്യുക അല്ലേ. Dormant cell physiology would typically be studied in conditions where bacteria enter a stationary or dormant phase, which can also occur in bacterial culture ലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് മെറ്റബോളിസം അറ്റ് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മൈക്രോബയോളജിയുടെ തീർന്നിരിക്കുകയാണ്. താങ്ക് യു. ഹായ് ഓൾ, മാസ്റ്റർ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിവിടെ MCQ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് അനിമൽ ഫിസിയോളജി എന്നുള്ള മൊഡ്യൂൾ അല്ലെ. സുവോളജിയിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, സുവോളജിയിൽ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻ വരുന്നത് അനിമൽ ഫിസിയോളജി എന്നുള്ള മൊഡ്യൂളാണ്. ഏകദേശം 12 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ആന്റി ഓക്സിഡൻസ്? എന്താണ് ആന്റി ഓക്സിഡൻസ്? ഓപ്ഷൻ നോക്കുക, സബ്സ്റ്റൻസസ് ദാറ്റ് പ്രൊമോട്ട് ഓക്സിഡേഷൻ, ആൻഡ് ഓപ്ഷൻ ബി സബ്സ്റ്റൻസസ് ദാറ്റ് പ്രിവെന്റ് ഓക്സിഡേഷൻ, ആൻഡ് കോമ്പൗണ്ട്സ് ദാറ്റ് കോസ് ഇൻഫ്ലമേഷൻ, ആൻഡ് കോമ്പൗണ്ട്സ് ദാറ്റ് ഇൻക്രീസ് ഫ്രീ റാഡിക്കൽസ്. എന്താണ് ആന്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ? ദേ പ്രിവെന്റ് ഓക്സിഡേഷൻ അല്ലെ. ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യും. ഓക്സിഡേഷൻ നടന്നിട്ട് എന്താ സംഭവിക്കുക? ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യും. സൂപ്പർ ഓക്സൈഡ് റാഡിക്കൽസ്, ഹൈഡ്രജൻ റാഡിക്കൽസ്, ഇങ്ങനത്തെ റാഡിക്കൽസ് ഫോം ചെയ്യും. ഈ റാഡിക്കൽസ് DNA ഡാമേജ് ഉണ്ടാവും. ഇങ്ങനെ ഫോം ചെയ്യുന്ന ഈ ഫ്രീ റാഡിക്കൽ ഫോർമേഷനെ പ്രിവെന്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് വിളിക്കുക? ആന്റി ഓക്സിഡൻസ്. ആന്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ആർ സബ്സ്റ്റൻസസ് that prevent oxidation. ഓക്സിഡേഷനെ പ്രിവെന്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ ആന്റി ഓക്സിഡൻസ് എന്ന് വിളിക്കുക. ഒന്നുകൂടി നോക്കുക, എന്താണ് ആന്റി ഓക്സിഡൻസ് എന്നാണ് പറയുന്നത്. Antioxidants are substances that protect cells from damage caused by free radicals. Free radicals ഉണ്ടാക്കുന്ന ഡാമേജിൽ നിന്ന് നമ്മുടെ സെൽസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ് ഈ ആന്റി ഓക്സിഡൻസിന്റെ ഫംഗ്ഷൻ. ആൻഡ് എക്സാമ്പിൾസ് ഓഫ് ആന്റി ഓക്സിഡൻസ് എന്തൊക്കെയാണ്? വൈറ്റമിൻസ്, വൈറ്റമിൻ A, C, അതുപോലെ E എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ആന്റി ഓക്സിഡൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ മിനറൽസ് ലൈക്ക് കോപ്പർ, സിങ്ക് ആൻഡ് സെലിനിയം, ആൻഡ് ഫൈറ്റോ കെമിക്കൽസ് ലൈക്ക് ലൈക്കോപീൻസ് ഇൻ ടൊമാറ്റോസ് ആൻഡ് ആന്തോസയാനിൻസ് ഇൻ ക്രാൻബെറീസ്. ഇതെല്ലാം തന്നെ ആന്റി ഓക്സിഡൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ omega-3, ല്യൂട്ടിൻസ്, ബീറ്റാ കരോട്ടിൻ പോലുള്ള മോളിക്യൂൾസ് എല്ലാം തന്നെ ആന്റി ഓക്സിഡൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ആന്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? They are actually substances that protect cells from damage caused by free radicals. Free radicals cause ചെയ്യുന്ന ഡാമേജസിൽ നിന്നും സെൽസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മോളിക്യൂൾസിനെയാണ് നമ്മൾ ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് കൂടി ഓർത്തു വെക്കാം. നെക്സ്റ്റ് നോക്കാം, which harmful molecules are neutralized by antioxidants to protect cells? ആന്റിഓക്സിഡൻസ് സെൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഇല്ലേ. ആന്റി ഓക്സിഡൻസ് സെൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഹൗ ദേ പ്രൊട്ടക്ട് സെൽസ്? ബൈ ന്യൂട്രലൈസിങ്
certain harmful molecules. ചില harmful moleculesനെയാണ് ആന്റി ഓക്സിഡൻസ് റിമൂവ് ചെയ്യുന്നത്. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് വൈറ്റമിൻ, then free radicals, hormones and antibodies. നമ്മുടെ ആൻസർ ഏതായിരിക്കും? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഫ്രീ റാഡിക്കൽ. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞുള്ളല്ലേ, ഓക്സിഡേഷൻ റിയാക്ഷൻസ് ഒക്കെ വഴി ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യും. സോ ആ ഫ്രീ റാഡിക്കൽസിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ടാണ് ആന്റി ഓക്സിഡൻസ് ഹെൽപ്പ് ചെയ്യാം. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കുക, ഇതും ഫ്രീ റാഡിക്കൽസ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് അല്ലെ. ഫോർമേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസ്, എങ്ങനെയൊക്കെയാണ് ഫ്രീ റാഡിക്കലിന്റെ ഫോർമേഷൻ നടക്കുന്നത്? ശ്രദ്ധിക്കുക, എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്? യു വി ലൈറ്റ് കാരണം നോക്കുക, ഹൈഡ്രോക്സിൽ റാഡിക്കൽസ് അതുപോലെ സൂപ്പർ ഓക്സൈഡ് റാഡിക്കൽസിന്റെ ഒക്കെ ഫോർമേഷൻ നടക്കും. അത് ഡയറക്റ്റ് DNA ഡാമേജിന് കാരണമാവും. അതുപോലെ എയർ പൊല്യൂഷൻ കാരണം ഹൈഡ്രോക്സിൽ റാഡിക്കൽസ് ഫോം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അയണൈസിങ് റേഡിയേഷൻസ്, സ്മോക്കിംഗ്, അതുപോലെ ഇൻഫ്ലമേഷൻസും ഒക്കെ കാരണം എന്തുണ്ടാകുന്നുണ്ട്? DNA ഡാമേജ് അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്ത് ആ ഫ്രീ റാഡിക്കൽസ് വന്ന് DNA ഡാമേജ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ നോർമൽ മെറ്റബോളിക് റിയാക്ഷൻസ് വഴി ഇതുപോലെ ഹൈഡ്രോക്സിൽ റാഡിക്കൽസും സൂപ്പർ ഓക്സൈഡ്സും ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which macronutrient provides the highest calorific value per gram? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് ആൻഡ് ആൽക്കഹോൾ. ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് ആൻഡ് ആൽക്കഹോൾ. ഇതിൽ ഏത് മാക്രോ ന്യൂട്രിയന്റ് ആണ് ഹയസ്റ്റ് കലോറിഫിക് വാല്യൂ പെർ ഗ്രാം തരുന്നത്? ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ളത് ഏതിനാണ്? ഇതിനായിരിക്കും. ആൻസർ ഏതാണ്? ആൻസർ ഈസ് ഫാറ്റ് അല്ലെ. ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ളത് ഏതിനാണ്? ഫാറ്റിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which mineral acts as an antioxidant by being a component of antioxidant enzyme? Question ഒന്നുകൂടി ശ്രദ്ധിക്കുക. Which mineral acts as an antioxidant by being a component of antioxidant enzyme? അപ്പോൾ നമ്മൾ വെറൈറ്റി ഓഫ് ആന്റിഓക്സിഡൻസിന് എക്സാമ്പിൾസ് പറഞ്ഞു. വൈറ്റമിൻ എ, സി, അതുപോലെ ബീറ്റാ കരോട്ടിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് omega-3 അങ്ങനെയുള്ള ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഇത് കൂടാതെ ബോഡിക്കകത്ത് ആന്റി ഓക്സിഡന്റ് എൻസൈംസ് ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് മിനറൽ ആക്ട് ആസ് ആൻ ആന്റി ഓക്സിഡന്റ് ബൈ ബീങ് എ കമ്പോണന്റ് ഓഫ് ആന്റി ഓക്സിഡന്റ് എൻസൈം? ആന്റി ഓക്സിഡന്റ് എൻസൈമിന്റെ കമ്പോണന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു മിനറൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് കാൽഷ്യം, സെലിനിയം, അയൺ ആൻഡ് പൊട്ടാഷ്യം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇറ്റ് ഈസ് selenium. So selenium is the mineral which acts as an antioxidant by being a component of the antioxidant enzyme. Antioxidant enzymes in example ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് ആന്റിഓക്സിഡന്റ് എൻസൈംസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ് ഓർ SOD, അതുപോലെ ഗ്ലൂട്ടാത്തയോൺ, കാറ്റലേസ്, തൈറോയിഡോക്സിൻ റിഡക്ടേസ്, ഇതെല്ലാം തന്നെ ആന്റി ഓക്സിഡന്റ് എൻസൈംസിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വൺ. Which hormone stimulate gastric motility and the secretion of gastric acid? ഗ്യാസ്ട്രിക് മോട്ടിലിറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. എന്തൊക്കെയാണ്? വിച്ച് ഹോർമോൺ സ്റ്റിമുലേറ്റ് ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി ആൻഡ് ദ സെക്രീഷൻ ഓഫ് ഗ്യാസ്ട്രിക് ആസിഡ്? സോ ഇത് ഏത് പാർട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ? നമ്മുടെ ഡൈജഷനിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ നടക്കുന്നത് എവിടെയാ? സ്റ്റൊമക്കിലാണ് അല്ലെ. സ്റ്റൊമക്കിലാണ് ഗ്യാസ്ട്രിക് ആസിഡ്സിന്റെ സെക്രീഷൻ നടക്കുന്നത്. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. which include secretin, cholecystokinin and somatostatin. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഗ്യാസ്ട്രിൻ. ഏതാണ് ആൻസർ വരുന്നത്? ഗ്യാസ്ട്രിൻ ആണ്. ഗ്യാസ്ട്രിൻ ഈസ് ദ ഹോർമോൺ. ഒരു ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ഹോർമോൺ ആണ് ഗ്യാസ്ട്രിൻ എന്ന് പറയുന്നത്. ബാക്കി തന്നിരിക്കുന്നതൊക്കെ GI ഹോർമോൺസ് തന്നെയാണ്. GI ഓർ ദ അല്ലെ, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ഹോർമോൺസ് ഓർ GI ഹോർമോൺസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. So the hormone, GI hormone which stimulate gastric motility and the secretion of gastric acid is gastrin. ഏതാണ്? gastrin. ഗാസ്ട്രിൻ സെക്രീഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതേതാണ്? സ്റ്റൊമക്കിന്റെ സ്ട്രക്ചർ അല്ലെ. സ്റ്റൊമക്ക് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്റ്റൊമക്കിന്റെ സർഫസിൽ അല്ലെങ്കിൽ സ്റ്റൊമക്കിനെ ലൈൻ ചെയ്തിരിക്കുന്ന സെൽസിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഗ്രൂപ്പ് ഓഫ് സെൽസിനെ വിളിക്കുന്ന പേരാണ് G സെൽസ്. എന്താ വിളിക്കുക?
G cells. G cells. ഈ G cells ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്ന ഗ്യാസ്ട്രിനെ റിലീസ് ചെയ്യും. G cells എന്തിനെ റിലീസ് ചെയ്യും? ഗ്യാസ്ട്രിനെ റിലീസ് ചെയ്യും. ഇതിന് ഈ ഗ്യാസ്ട്രിൻ എന്ന് പറയുന്നത് ഒരു ഹോർമോൺ ആണ്, GI ഹോർമോൺ ആണ്. And this hormone act on the parietal cells on the walls of the stomach. Stomachile wall കാണുന്ന parietal cells ഇത് തന്നെ ആക്ട് ചെയ്യും. എന്നിട്ട് these parietal cells will secrete the gastric acid. Gastric acid ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെ, HCl ആണ് gastric acid എന്ന് പറയുന്നത്. സോ ഗ്യാസ്ട്രിൻ എന്ന് പറയുന്നത് ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? G cells. സ്റ്റൊമക്കിന്റെ ലൈനിങ്ങിലുള്ള G cells ഗ്യാസ്ട്രിൻ എന്ന് പറയുന്നത് ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്, അതിനെ സെക്രീറ്റ് ചെയ്യും. And which act on the parietal cells. അത് parietal cells നെ activate ചെയ്യും. And the parietal cells will secrete gastric acid called HCl. And this will aid in gastric motility. അത് എന്തിനു കാരണമാവും? ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സ്റ്റൊമക്കിലെ HCl കൂടുമ്പോഴാണ് എന്ത് നടക്കുന്നത്? ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി നടക്കുന്നത്. ഗ്യാസ്ട്രിന്റെ ഡിഫറെന്റ് ആക്ഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞ, ഗ്യാസ്ട്രിൻ എന്ന് പറയുന്നത് മോട്ടിലിറ്റിക്ക്, ഗ്യാസ്ട്രിക് മോട്ടിലിറ്റിക്ക് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ HCl ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷനും കാരണമാവുന്നുണ്ട്. അത് കൂടാതെ ഒരുപാട് ഫങ്ഷൻസ് നമുക്ക് GIക്ക് കാണാൻ, ഗ്യാസ്ട്രിന് കാണാനായിട്ട് പറ്റും. ഇൻക്ലൂഡ് എയ്ഡ്സ് ഇൻ ബൈൽ പ്രൊഡക്ഷൻ. ലിവറിൽ റോൾ ഉണ്ട്. ലിവറിൽ ഇത് ചെയ്യുന്ന ആക്ട് ചെയ്തിട്ട് ലിവർ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ബൈൽ പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുപോലെ സ്റ്റൊമക് എംറ്റിയും, ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി നടക്കുന്നല്ലേ, സ്റ്റൊമക് എംറ്റിയും ഗോൾ ബ്ലാഡർ കണ്ടന്റ് റിലീസ്, അതുപോലെ പാൻക്രിയാസിൽ ചെന്നിട്ട് പാൻക്രിയാറ്റിക് സെക്രീഷൻസിനെ ഇൻഡ്യൂസ് ചെയ്യും. സ്റ്റൊമക്കിൽ എന്താണ് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻസും അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് മോട്ടിലിറ്റിയിൽ ഫേവറബിൾ ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ഇൻഡസ്റ്റൈനിലും ഫുഡ് മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നത് ഗ്യാസ്ട്രിൻ ആയിരിക്കും, ഇൻഡസ്റ്റൈനിൽ. And this table shows digestive hormones in the GI tract. Gastrointestinal tractile different hormones ആണ് തന്നിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് എക്സ്പെക്ട് ചെയ്യാം. അന്വൽ ഫിസിയോളജി 12 മാർക്സ് ആണ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ അറൌണ്ട് ഒരു 2 ക്വസ്റ്റ്യൻ ഓരോ യൂണിറ്റിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഫസ്റ്റ് ഹോർമോൺ എന്ന് പറയുന്നത് എന്താണ്? ഗ്യാസ്ട്രിൻ നമ്മൾ പറഞ്ഞു, അതിന്റെ ലൊക്കേഷൻ അതുപോലെ തന്നെ മെയിൻ ഫിസിയോളജിക്കൽ ആക്ഷൻസ് ഒക്കെയാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഗ്യാസ്ട്രിൻ എന്താണ്? ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻസും അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് മൂവ്മെന്റിനും ഹെൽപ്പ് ചെയ്യുന്നത് ഗ്യാസ്ട്രിൻ ആണ്. Next is CCK or whole cytokinin എന്ന് വിളിക്കുന്നതാണ്. CCK or whole cytokinin. It is actually secreted from duodenum and jejunum. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പാർട്ടാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ duodenum and jejunumത്തിൽ കാണുന്ന ഐ സെൽസ് ആണ് ഈ whole cytokinin സെക്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് സ്റ്റിമുലേറ്റ് ഗോൾ ബ്ലാഡർ കോൺട്രാക്ഷൻ. എന്തൊക്കെയാണ്? ഗോൾ ബ്ലാഡർ കോൺട്രാക്ഷൻ, അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് എൻസൈംസിന്റെ റിലീസ് സ്റ്റിമുലേറ്റ് ചെയ്യുക, അതുപോലെ relaxes the sphincter of OD for the release of bile and the enzyme. Then next ഒരു ഹോർമോൺ ആണ് സെക്രീറ്റിൻ. സെക്രീറ്റിൻ സെക്രീറ്റ് ചെയ്യുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ തന്നെ duodenum and jejunumത്തിൽ കാണുന്ന S cells ആണ്. സെക്രീറ്റിൻസ് ഫ്രം S cells ആണ്. ഗ്യാസ്ട്രിൻ ഫ്രം G cells of the stomach. Then സെക്രീറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് ബൈകാർബണേറ്റ് ഫ്രം പാൻക്രിയാസ്. പാൻക്രിയാസിൽ നിന്ന് ബൈകാർബണേറ്റ് അയോണിന്റെ സെക്രീഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഗ്യാസ്ട്രിൻ ആൻഡ് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻസ് ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് സെക്രീറ്റിന്റെ ഫംഗ്ഷൻ. സോ ഗ്യാസ്ട്രിന്റെ ഫംഗ്ഷൻ ആന്റഗോണിസ്റ്റിക് ആണ് സെക്രീറ്റിൻ ആക്ട് ചെയ്യുന്നത്. സെക്രീറ്റിന്റെ ആക്ഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ആന്റഗോണിസ്റ്റിക് ടു ദി സെക്രീറ്റിൻ നമുക്ക് പറയാൻ പറ്റും. Then another hormones, vasoactive intestinal peptides, gastric inhibitory polypeptide or GIP, motilin, അതുപോലെ somatostatin. Somatostatin എന്താ ചെയ്യാ? It is inhibit secretion and action of many hormones including motilin. ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിരിക്കുന്ന ഗ്യാസ്ട്രിൻസ്, കോൾസൈറ്റോകിനിൻ, സെക്രീറ്റിൻ, ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പോളിപെപ്റ്റൈഡ്, മോട്ടിലിൻ, ഇങ്ങനെ പറയുന്ന എല്ലാ ഹോർമോൺസിന്റെയും ഫംഗ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുക, ഇതിനൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി സൊമാറ്റോസ്റ്റാറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ചാർട്ട് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കാം. Next one, what is the role of lower esophageal sphincter in the GI tract? GI tract എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റില് ലോവർ ഈസോഫേഗൽ സ്ഫിങ്ക്ചറിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോവർ ഈസോഫേഗൽ സ്ഫിങ്ക്ചർ നമുക്കറിയാം, നമ്മള് ഗ്യാസ്ട്രിക് മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ എന്താ ആദ്യം സംഭവിക്കുന്നത്? ആദ്യം നമ്മൾ മൗത്തിലോട്ട് അല്ലെ, ഇഞ്ചക്ഷൻ ആണ് ആദ്യത്തെ പ്രോസസ്. സോ മൗത്ത് എത്തും, മൗത്തിൽ ഫുഡ് എങ്ങോട്ട് എത്തുന്നത്? ഈസോഫേഗസ്, ഒരു ട്യൂബാണ്, ഈസോഫേഗസിൽ എത്തും.
Then from esophagus, it will move to the stomach. അല്ലേ? എങ്ങനെയാണ് മൂവ്മെന്റ് എന്ന് പറയുന്നത്? ആദ്യം മൗത്ത് ടു എങ്ങോട്ടാ? മൗത്തിൽ നിന്ന് esophagus, മൗത്തിൽ നിന്ന് esophagus. Then from esophagus, stomachലോട്ട് എത്തും. Then from stomach, small intestineലോട്ട് എത്തും. Then small intestineൽ നിന്ന് അബ്സോർബ്ഡ് മെറ്റീരിയൽസ് എങ്ങോട്ടാണ്? ബ്ലഡിലോട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ദെൻ ബ്ലഡിൽ വെച്ച് അസിമിലേഷൻ നടക്കും. അതവിടെ നിൽക്കട്ടെ. സ്മോൾ ഇന്റസ്റ്റൈനിൽ നമുക്ക് എങ്ങോട്ടാ മൂവ് ചെയ്യേണ്ടത്? ലാർജ് ഇന്റസ്റ്റൈനിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അവിടെ ഫർദർ റീഅബ്സോർപ്ഷൻ ഓഫ് മെറ്റീരിയൽസ് അല്ലെ, വാട്ടറിന്റെ ഒക്കെ റീഅബ്സോർപ്ഷൻ നടക്കും. ദെൻ റെക്ടം വഴി എന്ത് ചെയ്യും? എലിമിനേഷൻ ഓഫ് ദ വേസ്റ്റ് മെറ്റീരിയൽസ് റെക്ടം വഴി എലിമിനേറ്റ് ചെയ്യും. സോ മൗത്ത്, ഈസോഫേഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇന്റസ്റ്റൈൻ, ലാർജ് ഇന്റസ്റ്റൈൻ ആൻഡ് റെക്ടം, രണ്ട് ഡൈജസ്റ്റീവ് പാത്വേ എന്ന് പറയുന്നത്. സോ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ റോൾ ഓഫ് ലോവർ ഈസോഫേഗൽ സ്പിങ്ചർ ഇൻ ദ GI ട്രാക്ട്? സോ മൗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈസോഫേഗസ് എന്ന് പറയുന്നത് ഒരു ട്യൂബ് ലൈക്ക് ആണെന്ന് പറഞ്ഞു. ദിൻ അപ്പർ പോർഷൻ ആൻഡ് ദിസ് ഈസ് ദ ലോവർ പോർഷൻ അല്ലെ. അപ്പൊ ഇവിടെ ആയിരിക്കും എന്ത് വരിക? ലോവർ ഈസോഫേഗൽ സ്പിങ്ചർ വരിക. ഇനി ഓപ്ഷൻസ് നോക്കാം. എന്താണ് അതിന്റെ ഫംഗ്ഷൻ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ടു പ്രിവെന്റ് ദ ബാക്ക് ഫ്ലോ ഓഫ് സ്റ്റൊമക് കണ്ടൻസ് ഇൻ ടു ദ ഈസോഫേഗസ്, സ്റ്റൊമക്കിൽ നിന്ന് തിരിച്ച് ഈസോഫേഗസിലോട്ട് സബ്സ്റ്റൻസ് വരാതിരിക്കാൻ പ്രിവെന്റ് ചെയ്യുക. ടു അബ്സോർബ് ന്യൂട്രിയൻസ്, ടു സെക്രീറ്റ് ഡൈജസ്റ്റീവ് എൻസൈം, ടു റെഗുലേറ്റ് ബൈൽ റിലീസ്. ഏതായിരിക്കും ആക്ഷൻ എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് എ ആണ് ഓപ്ഷൻ. ടു പ്രിവെന്റ് ദ ബാക്ക് ഫ്ലോ ഓഫ് സ്റ്റൊമക് കണ്ടൻസ് ടു ദി ഈസോഫേഗസ്, സ്റ്റൊമക്കിലെ കണ്ടൻസ് റിവേഴ്സ് ചെയ്തിട്ട് ഈസോഫേഗസിലോട്ട് വരുന്നത് പ്രിവെന്റ് ചെയ്യാനുള്ളതാണ് ആക്ച്വലി ലോവർ ഈസോഫേഗൽ സ്പിങ്ചറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡിഗ്ലൂട്ടിഷൻ. ഡിഗ്ലൂട്ടിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാളോയിങ്ങിനെയാണ് നമ്മൾ ഡിഗ്ലൂട്ടിഷൻ എന്ന് വിളിക്കുന്നത്. സ്വാളോയിങ് ഓർ ഡിഗ്ലൂട്ടിഷൻ, അതിൽ നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഡിഗ്ലൂട്ടിഷൻ? ഡിഗ്ലൂട്ടിഷന്റെ ഫസ്റ്റ് ഫേസ് എന്താണ്? ഡിഗ്ലൂട്ടിഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്ലൂട്ടിഷൻ ഈസ് ദ സ്വാളോയിങ്ങിന്റെ ഫസ്റ്റ് ഫേസ് ഏതാണെന്നാണ് ഓപ്ഷൻസ് നോക്കുക. ഈസോഫേഗൽ ഫേസ്, ഓറൽ ഫേസ്, പാരിഞ്ചിയൽ ഫേസ്, ഗ്യാസ്ട്രിക് ഫേസ്. ഏതായിരിക്കും? സ്വാളോ അല്ലെ. ഫുഡ് സ്വാളോ ചെയ്യുമ്പോൾ ഫസ്റ്റ് അത് എങ്ങോട്ട് എത്താം? മൗത്തിലോട്ട്. സോ മൗത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫേസ് എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് ഓറൽ ഫേസ്. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓറൽ ഫേസ്. ഫസ്റ്റ് ഫേസ് ഓഫ് ഡിഗ്ലൂട്ടിഷൻ ഈസ് ഓറൽ ഫേസ്. നെക്സ്റ്റ് വൺ, during which phase of deglutition is the bolus of food voluntarily pushed into oropharynx? ഒന്നുകൂടി ക്വസ്റ്റ്യൻ നോക്കാം. During which phase of deglutition is the bolus of food voluntarily pushed into oropharynx? സോ ഇപ്പോഴും ഈസോഫേഗസിലോട്ട് എത്തിയിട്ടില്ല. ഓറോഫാരിങ്സ് അല്ലെ, മൗത്തിനെയും ഈസോഫേഗസിനെയും കണക്ട് ചെയ്യുന്ന ആ റീജിയൻ ആണ് ഫാരിങ്സ്. സോ ഇവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ വോളണ്ടറി പുഷിംഗ് ആണെന്ന് പറഞ്ഞാൽ മൗത്തിൽ നിന്ന് ഓരോ ഫാരിങ്സിലോട്ട് ഫുഡ് അല്ലെങ്കിൽ ആ ബോളസ് പുഷ് ചെയ്യുന്നത് ഏത് ഫേസിലാണ്? ഏത് ഫേസ് ആണ്? ഓറൽ ഫേസ്, ഫാരിഞ്ചിയൽ ഫേസ്, ഈസോഫേഗൽ ഫേസ്, ഗ്യാസ്ട്രിക് ഫേസ്. ആൻസർ ഏതാണ്? മൗത്തിൽ നിന്നാണ്. അപ്പൊ ഏതാണ്? ഇറ്റ് ഈസ് ഓറൽ ഫേസ്. ആൻസർ ഈസ് ഓറൽ ഫേസ്. Next one, which of the following hormones slows down intestinal motility to allow for nutrient absorption? Which of the following hormones slows down intestinal motility? Intestinal motility slow down ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? എന്തിനു വേണ്ടിയിട്ടാ സ്ലോ ഡൗൺ ചെയ്യുന്ന? ഫോർ ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ. നമുക്കറിയാം ഗ്യാസ്ട്രിന്റെ എഫക്ട് എന്തായിരുന്നു? ഗ്യാസ്ട്രിൻ എന്താ ചെയ്തിരുന്നത്? ഗ്യാസ്ട്രിൻ ഇന്റസ്റ്റൈനൽ അല്ലെന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്യാസ്ട്രോ ഇന്റസ്റ്റൈനൽ ഹോർമോൺ, GI ഹോർമോൺ ആണ് ഗ്യാസ്ട്രിൻ എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോർമോൺ സ്ലോസ് ഡൗൺ ദ ഇന്റസ്റ്റൈനൽ മോട്ടിലിറ്റി ടു അലോ ഫോർ ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ? ഓപ്ഷൻസ് നോക്കാം. ഗ്യാസ്ട്രിൻ വരുമോ? ഇല്ല. സെക്രീറ്റിൻ, എപ്പിനെഫ്രിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. സോ ആൻസർ ഏതാണ്? ഗ്യാസ്ട്രിന്റെ ഓപ്പോസിറ്റ് എഫക്ട് കാണിക്കുന്നത് ആരാണെന്ന് പറഞ്ഞത്? ഇറ്റ് ഈസ് സെക്രീറ്റിൻ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, സെക്രീറ്റിൻ. ഓപ്ഷൻ ബി, സെക്രീറ്റിൻ.
Next one, which reflex is primarily responsible for initiating the process of defecation? Defecation process ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന റിഫ്ലക്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡൈജസ്റ്റീവ് മൂവ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് പാത്വേ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറെ റിഫ്ലക്സസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓപ്ഷൻസും ഒക്കെ എന്തൊക്കെയാണ്? ഗാസ്ട്രോകോളിക് റിഫ്ലക്സ്, എൻഡിറോഗാസ്ട്രിക് റിഫ്ലക്സ്, ഡെഫിക്കേഷൻ റിഫ്ലക്സ് ആൻഡ് മയൻട്രിക് റിഫ്ലക്സ്. എന്തൊക്കെയാണ്? ഗാസ്ട്രോകോളിക് റിഫ്ലക്സ്, എൻഡിറോഗാസ്ട്രിക് റിഫ്ലക്സ്, ഡെഫിക്കേഷൻ റിഫ്ലക്സ് ആൻഡ് ദ മയൻട്രിക് റിഫ്ലക്സ്. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ദ റിഫ്ലക്സ് വിച്ച് ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ ഇനിഷ്യേറ്റിംഗ് ദ പ്രോസസ് ഓഫ് ഡെഫിക്കേഷൻ. എന്താണ് ഡെഫിക്കേഷൻ എന്ന് പറയുന്നത്? റിമൂവൽ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം ദ റെക്ടം അല്ലേ, ഓർ ദ എക്സ്പെൽഷൻ ഓഫ് ദ വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം ബോഡി. അതാണ് ഡെഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ഇത് ഏത് റിഫ്ലക്സ് ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സോ ആൻസർ ഇവിടെ വരുന്നത് ഇറ്റ് ഈസ് defecation reflex. The reflex responsible for initiating the process of defecation is defecation reflex. നമുക്ക് ഓരോ റിഫ്ലക്സും എന്താന്ന് നോക്കാം. First one is gastrocolic reflex. First one is gastrocolic reflex. Gastrocolic reflex എന്ന് പറയുന്നത് gastric stimulation activates the gastrocolic reflex. ഏതാണ്? gastric stimulation ആണ് ഗാസ്ട്രോകോളിക് റിഫ്ലക്സിനെ ആക്ടിവേറ്റ് ചെയ്യുക. വിച്ച് മീൻസ് നമുക്കൊക്കെ ചിലപ്പോ ചില ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ അപ്പൊ തന്നെ ടോയ്ലറ്റ് യൂസ് ചെയ്യാനായിട്ട് തോന്നില്ലേ? അതാണ് ഗാസ്ട്രോകോളിക് റിഫ്ലക്സ് എന്ന് പറയുന്നത്. ചില സബ്സ്റ്റൻസസ് നമ്മുടെ സ്റ്റൊമക്കിൽ എത്തുമ്പോൾ തന്നെ സ്റ്റൊമക്ക് എംപ്റ്റി ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വിച്ച് ഈസ് ഡ്യൂ ടു, ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് റിഫ്ലക്സ് ഈസ് കോൾഡ് ഗാസ്ട്രോകോളിക് റിഫ്ലക്സ്. ഫുഡ് എൻറ്ററിംഗ് ഇൻ ടു ദ സ്റ്റൊമക് ഓർ ഫുഡ് എൻറ്ററിംഗ് ദ സ്റ്റൊമക് വിൽ സ്റ്റിമുലേറ്റ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്സ് ഇൻ ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ and movement of feces into the rectum. Okay, ഫുഡ് സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്, ലാർജ് ഇൻറ്റസ്റ്റൈനിലെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റിന് കാരണം അങ്ങനെ ഫീസസ് റക്തത്തിലെത്തി ഡെഫിക്കേഷൻ പ്രോസസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനെയാണ് ഗാസ്ട്രോകോളിക് റിഫ്ലക്സ്, ഗാസ്ട്രോകോളിക് റിഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എൻഡിറോഗാസ്ട്രിക് റിഫ്ലക്സ്. നെക്സ്റ്റ് ഏത് റിഫ്ലക്സ് ആണ്? നെക്സ്റ്റ് വൺ ഈസ് എൻഡിറോഗാസ്ട്രിക് റിഫ്ലക്സ്. എൻഡിറോഗാസ്ട്രിക് റിഫ്ലക്സ് നോക്കുക. എൻഡിറോഗാസ്ട്രിക് റിഫ്ലക്സ് ഇവിടെ എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ഡ്യോഡനം ഫിൽസ് വിത്ത് കൈം. കൈം എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റൊമക്കില് ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന ആ ബോളസിനെ പിന്നെ വിളിക്കുന്ന പേരാണ് കൈം എന്ന് പറയുന്നത് അല്ലെ. മൗത്തിൽ നിന്ന് ബോളസ് എങ്ങോട്ട് എത്തും? നമ്മുടെ സ്റ്റൊമക്കിലോട്ട് എത്തും. സ്റ്റൊമക്കിൽ അത് ഡൈജസ്റ്റീവ് ജ്യൂസസ് അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ആസിഡ്സ് ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് കൈമ് ഫോമിലെത്തും. ദെൻ അവിടെ നിന്ന് അത് എങ്ങോട്ട് മൂവ് ചെയ്യും? സ്റ്റൊമക്കിൽ നിന്ന് ഫൈൻ പേസ്റ്റ് എങ്ങോട്ട് അബ്സോർപ്ഷന് വേണ്ടിയിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് മൂവ് ചെയ്യും. വൺ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പോർഷൻ ഈസ് ഡ്യോഡനം എന്നറിയാം. ഡ്യോഡനത്തിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഡ്യോഡനം ഫിൽസ് വിത്ത് കൈം. ഡ്യോഡനത്തില് കൈം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ, കൈം വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ അവിടെയുള്ള സ്ട്രെസ് റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യും. ഇതാണ് ഡ്യോഡനം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡ്യോഡനത്തിൽ എന്ത് സംഭവിക്കുക? ഡ്യോഡനത്തില് കൈം വന്ന് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അവിടെയുള്ള റിസപ്റ്റേഴ്സ്, ഏത് റിസപ്റ്റേഴ്സ് ആ? സ്ട്രെസ് റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യും. സോ സ്ട്രെസ് റിസപ്റ്റേഴ്സ് അവിടെ നിന്ന് ഇൻഫോർമേഷൻ സെൻസറി നെർവ് വഴി ഇമ്പൾസസ് എങ്ങോട്ട് എത്തും? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് എത്തും. ആൻഡ് ഫ്രം സെൻട്രൽ നെർവസ് സിസ്റ്റം നെർവ് ഇമ്പൾസസ് ഇൻഹിബിറ്റ് ദ പെരിസ്റ്റാൾസിസ് ഇൻ ദ സ്റ്റൊമക് വാൾ. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് നെർവ് ഇമ്പൾസസ്, അതെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഫോമില് ഇമ്പൾസസ് എങ്ങോട്ട് എത്തും? സ്റ്റൊമക്കിലോട്ട് എത്തും. സ്റ്റൊമക് വാളിൽ എത്തിയിട്ട് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് ഇൻഹിബിറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? പിന്നീട് ഫുഡ് അല്ലെങ്കിൽ കൈം എങ്ങോട്ട് മൂവ് ചെയ്യാതിരിക്കാനായിട്ട്? ഡ്യോഡനത്തിലോട്ട് അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് മൂവ് ചെയ്യാതിരിക്കാനായിട്ട് അതവിടെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് കോൾഡ് എൻഡിറോഗാസ്ട്രിക് റിഫ്ലക്സ്. എൻഡിറോഗാസ്ട്രിക് റിഫ്ലക്സ് എന്താ സംഭവിക്കുന്നത്? ഡ്യോഡനത്തില് കൈം വെച്ച് ഫില്ല് ചെയ്യും. then അവിടെ നിന്ന് സ്ട്രെസ് റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റഡ് ആവും. സ്ട്രെസ് റിസപ്റ്റേഴ്സ് ഗെറ്റ് ആക്ടിവേറ്റഡ് ഓർ സ്റ്റിമുലേറ്റഡ്. ആ സ്ട്രെസ് റിസപ്റ്റേഴ്സ് പിന്നീട് ഇൻഫോർമേഷൻ സെൻസറി നെർവ് വഴി സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് എത്തും. സെൻട്രൽ നെർവസ് സിസ്റ്റം അവിടെ നിന്ന് നെർവ് ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെ സ്റ്റൊമക്കിലെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് ഇൻഹിബിറ്റ് ചെയ്യും. ദിസ് ടൈപ്പ് ഓഫ് റിഫ്ലക്സ് ഈസ് കോൾഡ് എൻഡിറോഗാസ്ട്രിക് റിഫ്ലക്സ്. എൻഡിറോഗാസ്ട്രിക് റിഫ്ലക്സ്. Next one is defecation reflex. എന്ത് റിഫ്ലക്സ് ആണ്? defecation reflex. Defecation reflex എന്ന് പറയുന്നത് ഇവിടെ ഫീസസ് ആർ എലിമിനേറ്റഡ് ബൈ, നോർമലി ഫീസസ് എലിമിനേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ഡെഫിക്കേഷൻ പ്രോസസ് നടക്കുന്നത് എന്ത് മെത്തേഡ് വഴിയാ? ഡെഫിക്കേഷൻ
റിഫ്ലക്സ് വഴിയാണ്. ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് റെക്ടത്തിലോട്ട് ഫീക്കൽ കണ്ടൻസ് മൂവ് ചെയ്യും. എന്താണ് സംഭവിക്കുക? ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് റെക്ടത്തിലോട്ട് ഫീക്കൽ കണ്ടൻസ് മൂവ് ചെയ്ത് റെക്ടത്തില് ഫീക്കൽ മാറ്റർ സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് സ്ട്രെച്ച് റിസപ്റ്റേഴ്സ്, റെക്ടത്തിലെ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റഡ് ആവും. സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ഇൻ ദ വാൾ ഓഫ് ദ റെക്ടം ഗെറ്റ് ആക്ടിവേറ്റഡ്. then അത് പാരാസിമ്പത്തറ്റിക് നെർവ്സ് വഴി സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് എത്തും. ആൻഡ് അത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് ഇൻഫോർമേഷൻ ലാർജ് ഇൻറ്റസ്റ്റൈനിലോട്ട് പാസ് ചെയ്യും. അവിടെ നിന്ന് റെക്ടത്തിലോട്ട് പാസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സ്പിങ്ചറിന്റെ അവിടെ നോക്കാം, റെക്ടൽ സ്പിങ്ചർ, ഇന്റേണൽ ഏനൽ സ്പിങ്ചർ ആൻഡ് എക്സ്റ്റേണൽ ഏനൽ സ്പിങ്ചർ. ഈ സ്പിങ്ചേഴ്സിന്റെ കോൺട്രാക്ഷന് കാരണം കോൺട്രാക്ഷൻ ഓഫ് ദ സ്മൂത്ത് മസിൽസ് ഓഫ് ദ റെക്ടം ആൻഡ് സിഗ്മോയിഡ് കോളൻ ആൻഡ് ദ റിലാക്സേഷൻ ഓഫ് ദ ഇന്റേണൽ സ്പിങ്ചർ. അങ്ങനെ ഇവിടെയുള്ള സ്മൂത്ത് മസിൽസിന്റെ കോൺട്രാക്ഷൻ റിലാക്സേഷൻ കാരണം ഫീക്കൽ മാറ്റർ റിമൂവ് ചെയ്യും. ആൻഡ് ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ഡെഫിക്കേഷൻ റിഫ്ലക്സ്. റെക്ടത്തിലുള്ള സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റഡ് ആവും. അവിടെ നിന്ന് ഇൻഫോർമേഷൻ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് പാസ് ചെയ്യും. ദെൻ സെൻട്രൽ നെർവസ് സിസ്റ്റം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് നടത്തും. ആ റിലീസ് കാരണം ഇവിടെയുള്ള സ്മൂത്ത് മസിൽസ് causes a contraction of smooth muscles of the rectum and sigmoid colon and the relaxation of the internal sphincter. Thereby defecation will occur. ഈ ടൈപ്പ് റിഫ്ലക്സ് ആണ് defecation reflex എന്ന് പറയുന്നത്. Then another category of reflex is myenteric reflex or the peristaltic reflex. വേറൊരു കാറ്റഗറി ആണ് myenteric or the peristaltic reflex. myenteric or the peristaltic reflex. peristaltic reflex അപ്പൊ മെയിൻ ആയിട്ട് എവിടെ വരിക? ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന റിഫ്ലക്സിനെയാണ് മയൻട്രിക് ഓർ ദ പെരിസ്റ്റാൾട്ടിക് റിഫ്ലക്സ് വിളിക്കുക. മയൻട്രിക് ഓർ ദ പെരിസ്റ്റാൾട്ടിക് റിഫ്ലക്സ്. ഇതിനു വേണ്ടിയിട്ട് കോൺട്രാക്ടൈൽ മോട്ടിലിറ്റി ആൻഡ് മൂവ്മെന്റ് ഓഫ് ദ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. ഈ മയൻട്രിക് പ്ലെക്സസ് ആണ് ഇത് മീഡിയേറ്റ് ചെയ്യുന്നത്. മയൻട്രിക് പ്ലെക്സസ് ഓർ ഓർബാക് പ്ലെക്സസ് എന്നൊക്കെ വിളിക്കും. മയൻട്രിക് ഓർ ദ ഓർബാക് പ്ലെക്സസ് എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുക. സോ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് റിഫ്ലക്സസ് അസോസിയേറ്റഡ് വിത്ത് ഡെഫിക്കേഷൻ ആണ് ഈ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്യൂറിംഗ് ഡെഫിക്കേഷൻ വിച്ച് മസിൽ മസ്റ്റ് റിലാക്സ് ടു അലോ ഫീക്കൽ മാറ്റർ ടു ബി എക്സ്പെൽഡ് ഫ്രം ദ ബോഡി. ബോഡിയിൽ നിന്ന് ഫീക്കൽ മാറ്റർ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്പിങ്ചർ എന്നുണ്ടെങ്കിൽ ഏത് മസിലാണ് റിലാക്സ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്റ്റേണൽ യൂറിത്രൽ സ്പിങ്ചർ. ഓപ്ഷൻസ് നോക്കാം. എക്സ്റ്റേണൽ യൂറിത്രൽ സ്പിങ്ചർ. കാര്യമുണ്ടോ? യൂറിത്ര റിലേറ്റഡ് ടു യൂറിൻ ആണ്, അപ്പൊ അവിടെ വരില്ല. ദെൻ എക്സ്റ്റേണൽ ഏനൽ സ്പിങ്ചർ, പൈലോറിക് സ്പിങ്ചർ, ലോവർ ഈസോഫേഗൽ സ്പിങ്ചർ. ഇവിടെ ആൻസർ ഏതാണ്? എക്സ്റ്റേണൽ ഏനൽ സ്പിങ്ചർ. എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഏനൽ സ്പിങ്ചേഴ്സിന്റെ റിലാക്സേഷൻ കാരണമാണ് ഡെഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. Next one, which ion is co-transported with the amino acids during absorption? Absorption എവിടെ നടക്കുക? സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് മെയിൻ ആയിട്ട് അബ്സോർപ്ഷൻ നടക്കുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വിച്ച് അയോൺ ഈസ് co-transported with the amino acids during absorption? അബ്സോർപ്ഷന്റെ സമയത്ത്, അമിനോ ആസിഡ്സിന്റെ ഒക്കെ അബ്സോർപ്ഷന്റെ സമയത്ത് അതിന്റെ ഒപ്പം co-transport ചെയ്യുന്ന അയോൺ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് പൊട്ടാഷ്യം, കാൽഷ്യം, സോഡിയം ആൻഡ് ക്ലോറൈഡ്. ഇവിടെ ആൻസർ വരുന്നത് സോഡിയം. ആൻസർ ഈസ് സോഡിയം. Next one, which vitamin is absorbed in the small intestine through active transport and requires intrinsic factor for its absorption? Which vitamin is absorbed in the small intestine through active transport? Active transport mechanism വഴി small intestine വെച്ച് absorb ചെയ്യുന്ന vitamin ഏതാണ്? And it requires an intrinsic factor for its absorption. Absorption ഒരു intrinsic factor കൂടി ആവശ്യമുണ്ട്. ഇത് ഏത് വൈറ്റമിൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ B12 ആൻഡ് വൈറ്റമിൻ കെ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, വൈറ്റമിൻ B12. വൈറ്റമിൻ ദാറ്റ് ഈസ് അബ്സോർബ്ഡ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ത്രൂ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. Next one, which neurotransmitter is primarily responsible for stimulating gastrointestinal motility by enhancing smooth muscle contraction? So neurotransmitters അല്ലേ കോൺട്രാക്ഷനും അതുപോലെ റിലാക്സ് കോൺട്രാക്ഷൻ പ്രിവെന്റ് ചെയ്യാനൊക്കെ ആയിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് റോൾ ഉണ്ട്. റിഫ്ലക്സ് ആക്ഷൻ വഴിയെന്ന് കുറച്ചു മുന്നേ കണ്ടു. സോ ഇവിടെ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ന്യൂറോ ട്രാൻസ്മിറ്റർ ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ സ്റ്റിമുലേറ്റിംഗ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റി ബൈ എൻഹാൻസിങ് സ്മൂത്ത് മസിൽ കോൺട്രാക്ഷൻസ്.
ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ മോട്ടിലിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണെന്ന് ഓപ്ഷൻസ് നോക്കാം. ഡോപ്പമൈൻ, നോർ എപ്പിനെഫ്രിൻ, അസറ്റൈൽ കോളിൻ ആൻഡ് സെറോട്ടോണിൻ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, അസറ്റൈൽ കോളിൻ. ഏതാണ്? സ്റ്റിമുലേറ്ററി എഫക്ട്, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ മോട്ടിലിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന് എക്സാമ്പിൾ ആണ് അസറ്റൈൽ കോളിൻ. അസറ്റൈൽ കോളിൻ. നെക്സ്റ്റ് വൺ, which neurotransmitter is known to inhibit gastrointestinal motility and is associated with the fight or flight response? പറയാം, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാന്ന് നോക്കിയാലും മതി. ഓപ്ഷൻസ് നോക്കാം. നോർ എപ്പിനെഫ്രിൻ, ഡോപ്പമൈൻ, അസറ്റൈൽ കോളിൻ ആൻഡ് സെറോട്ടോണിൻ. ആൻസർ ഏതാ വരാ? ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ഹോർമോൺ ഇവിടെ ഏതാണ്? നോർ എപ്പിനെഫ്രിൻ. സോ ആൻസർ ഏതാണ്? നോർ എപ്പിനെഫ്രിൻ. The neurotransmitter is known to inhibit ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ മോട്ടിലിറ്റി. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ മോട്ടിലിറ്റിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നോർ എപ്പിനെഫ്രിൻ. ആൻഡ് അസറ്റൈൽ കോളിൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ മോട്ടിലിറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അസറ്റൈൽ കോളിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, which neurotransmitter plays a key role in initiating peristalsis by activating intrinsic sensory neurons in the gut? That question. Which neurotransmitter plays a key role in initiating peristalsis by activating intrinsic sensory neurons in the gut? ഗട്ടിൽ കാണപ്പെടുന്ന ചില ന്യൂറോൺസ്, ആണ് ഇൻട്രിൻസിക് സെൻസറി ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഈ ഇൻട്രിൻസിക് സെൻസറി ന്യൂറോൺസിനെ ആക്ടിവേറ്റ് ചെയ്ത് പെരിസ്റ്റാൾസിസ് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ എന്താണ്? പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് ഓർ ഗ്യാസ്ട്രിക് മൂവ്മെന്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ബട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത് ആരാണ്? ഇൻട്രിൻസിക് സെൻസറി ന്യൂറോൺസ് ആണ് ഇവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുക. ഗാബ, സെറോട്ടോണിൻ, ഗ്ലൂട്ടാമേറ്റ് ആൻഡ് എപ്പിനെഫ്രിൻ. ഇവിടെ ആൻസർ വരുന്നത് സെറോട്ടോണിൻ. സെറോട്ടോണിൻ ഓർ 5-ഹൈഡ്രോക്സി ട്രിപ്റ്റാമിൻ എന്നും കൂടി വിളിക്കും. സെറോട്ടോണിനെ വിളിക്കുന്ന വേറൊരു പേരാണ് 5-ഹൈഡ്രോക്സി ട്രിപ്റ്റാമിൻ, HT, 5-ഹൈഡ്രോക്സി ട്രിപ്റ്റാമിൻ. Next one, which neurotransmitter is known for its inhibitory effects on gastrointestinal motility and is found in enteric neurons? ഇവിടെ എന്താണ്? ഇൻഹിബിറ്ററി എഫക്റ്റ് ഉള്ള ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഈസ് ഫൗണ്ട് ഇൻ എന്ററിക് ന്യൂറോൺസ് ആണ് പറയുന്നത്. ഓപ്ഷൻസ് നോക്കാം. നൈട്രിക് ഓക്സൈഡ്, അസറ്റൈൽ കോളിൻ, സെറോട്ടോണിൻ ആൻഡ് ഡോപ്പമൈൻ. ഇവിടെ ആൻസർ വരുന്നത് നൈട്രിക് ഓക്സൈഡ്. സോ നൈട്രിക് ഓക്സൈഡിന് എന്ത് എഫക്റ്റ് ആണ്? ഇൻഹിബിറ്ററി എഫക്റ്റ് ഓൺ ദ ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ motility. Next one, which hormone has a significant impact on increasing BMR? എന്താണ് BMR എന്ന് പറഞ്ഞാൽ? basal metabolic rate ആണ് BMR എന്ന് പറയുന്നത്. So the hormone which has a significant impact on increasing BMR, BMR increase ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. ഇൻസുലിൻ, തൈറോക്സിൻ, കോർട്ടിസോൾ ആൻഡ് മെലാറ്റോണിൻ. ഇവിടെ ആൻസർ ഏതായിരിക്കും? ആൻസർ ഈസ് തൈറോക്സിൻ അല്ലെ. തൈറോക്സിൻ എന്ന് പറയുന്നത് ഒരു തൈറോയിഡ് ഹോർമോൺ ആണ്. മെറ്റബോളിക് ആക്ടിവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് എൻഡോക്രൈൻ ഓർഗൻ എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. സോ thyroxine is the hormone which has significant impact on increasing the BMR. Next one, which of the following vitamin is known for its antioxidant properties? ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ antioxidant property ഏറ്റവും കൂടുതലുള്ള വൈറ്റമിൻ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുക. വൈറ്റമിൻ എ, വൈറ്റമിൻ B12, വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ ഡി. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് വൈറ്റമിൻ സി. ഇതാണ് വൈറ്റമിൻ സി ആണ് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി കാണിക്കുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, which mineral is an essential component of antioxidant enzyme superoxide dismutase? Antioxidant enzymes നമ്മൾ കുറെ എക്സാമ്പിൾ നോക്കിയായിരുന്നില്ലേ? ഇതൊക്കെയായിരുന്നു സൂപ്പർ ഡിസ്മ്യൂട്ടേസ്, അതുപോലെ ഗ്ലൂട്ടാതയോൺ, കാറ്റലൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആന്റി ഓക്സിഡന്റ് എൻസൈംസ് ഉണ്ട്. So superoxide dismutase
which is an antioxidant enzyme. അതിന്റെ essential component ഏതാണ്? Iron. Question ഒന്നുകൂടി നോക്കാം. Which mineral is an essential component of the antioxidant enzyme superoxide dismutase or SOD? അല്ലെ, SOD or superoxide dismutaseന്റെ പാർട്ട് ആയിട്ട് വരുന്ന മിനറൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് അയൺ, കാൽഷ്യം, സോഡിയം ആൻഡ് സിങ്ക്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സിങ്ക് ആണ്. സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു മിനറൽ, അതിന്റെ എസെൻഷ്യൽ പാർട്ടാണ് സിങ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ആന്റി ഓക്സിഡന്റ് ഈസ് കോമൺലി ഫൗണ്ട് ഇൻ ഗ്രീൻ ടീ ആൻഡ് നോൺ ഫോർ ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഹെൽത്ത് ബെനിഫിറ്റ്സ്? നമുക്കറിയാം ഗ്രീൻ ടീക്ക് ഇപ്പൊ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് ആന്റി ഓക്സിഡന്റ്സിന്റെ പ്രസൻസ് ആണ്. ആൻഡ് വിച്ച് ആന്റി ഓക്സിഡന്റ് ഈസ് കോമൺലി ഫൗണ്ട് ഇൻ ഗ്രീൻ ടീ? ഗ്രീൻ ടീയിൽ കാണപ്പെടുന്ന ആന്റി ഓക്സിഡന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഒക്കെ കഫീൻ, then resveratrol, lycopene, and D, epigallocatechin gallate or EGCG, epigallocatechin gallate. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് EGCG, ഓപ്ഷൻ D, EGCG, epigallocatechin gallate. ഇതാണ് antioxidant commonly found in green tea. Green tea is EGCG. Next question. The act of swallowing is coordinated by which part of the brain? So part of the brain which coordinate the act of swallowing. Swallowing എന്നുള്ള പ്രോസസ്സിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ബ്രെയിനിന്റെ പാർട്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ, ഹൈപ്പോതലാമസ്. ആൻസർ ഏതാണ്? Option C, medulla oblongata. So the part of the brain which helps in swallowing or which coordinate the activity of swallowing is medulla oblongata. Medulla oblongata. Next one, which nerve is primarily responsible for coordinating the swallowing reflex? Swallowing reflex നെ coordinate ചെയ്യുന്ന nerve ഏതാണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. വാഗസ് നെർവ് ഓർ ദ ക്രേനിയൽ നെർവ്, ഹൈപ്പോഗ്ലോസ് ക്രേനിയൽ നെർവ് 10-നെയാണ് വാഗസ് നെർവ് എന്ന് വിളിക്കുന്നത്. ദെൻ ഹൈപ്പോഗ്ലോസൽ നെർവ് ഓർ ദ ക്രേനിയൽ നെർവ് 12, ട്രൈജെമിനൽ നെർവ് ഓർ ദ ക്രേനിയൽ നെർവ് 5, ഗ്ലോസോഫാരിഞ്ചൽ നെർവ് ഓർ ദ ക്രേനിയൽ നെർവ് 9. ഏതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? പ്രൈമർലി ദ നെർവ് വിച്ച് ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ കോർഡിനേറ്റിംഗ് ദ സ്വാളോയിങ് റിഫ്ലെക്സ്. സ്വാളോയിങ് റിഫ്ലെക്സിനെ കോർഡിനേറ്റ് ചെയ്യുന്ന നെർവ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ, vagus nerve or the cranial nerve 10. ഏതാണ്? vagus nerve or the cranial nerve 10 is responsible for coordinating the swallowing reflex. ഓർത്ത് വെക്കുക, ഏത് നെർവാണ്? vagus nerve ആണ് swallowingനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. vagus nerve or the cranial nerve 10. Next one, which hormone shows gastric emptying and stimulate the release of bile and pancreatic juice? Gastric emptying നെ കാരണമാവുന്നത്, അതുപോലെ തന്നെ which stimulate the release of bile and pancreatic juice. Gastric emptying നെ സ്ലോ ചെയ്യും അല്ലെ? which hormone slows gastric emptying? Gastric emptying പ്രോസസ്സിനെ സ്ലോ ചെയ്യും, അതുപോലെ തന്നെ stimulate the release of bile and pancreatic juice. ഏതാണ് ആൻസർ വരിക? GI ഹോർമോൺസ് ആണ്. ഓപ്ഷൻസ് നോക്കുക, ഗാസ്ട്രിൻ, സെക്രീറ്റിൻ, ഗർലിൻ ആൻഡ് ലെപ്റ്റിൻ. സോ ഗാസ്ട്രിക് എംപ്റ്റിങ് അല്ലെങ്കിൽ ഗാസ്ട്രിക് മോട്ടിലിറ്റി ഒക്കെ സ്ലോ ഡൗൺ ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? വിച്ച് ഈസ് ഓപ്ഷൻ ബി, സെക്രീറ്റിൻ. സെക്രീറ്റിൻ ഈസ് ദ ആൻസർ. നെക്സ്റ്റ് വൺ, which neurotransmitter is primarily involved in the contraction of gastrointestinal smooth muscle? Gastrointestinal smooth muscle contraction involved in the neurotransmitter അല്ല എന്നുണ്ടെങ്കിൽ gastrointestinal smooth muscle contraction stimulate ചെയ്യുന്ന neurotransmitter നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. ഏതാ ആൻസർ വരിക? ഓപ്ഷൻസ് നോക്കാം, ഡോപ്പമൈൻ, സെറോട്ടോണിൻ, അസറ്റൈൽ കോളിൻ ആൻഡ് GABA. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, അസറ്റൈൽ കോളിൻ അല്ലെ? ഗ്യാസ്ട്രിക് കോൺട്രാക്ഷൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് അസറ്റൈൽ കോളിൻ. അസറ്റൈൽ കോളിൻ. നെക്സ്റ്റ് വൺ, വിച്ച് ഹോർമോൺ ഈസ് നോൺ ആസ് ദ ഹങ്കർ ഹോർമോൺ ആൻഡ് സ്റ്റിമുലേറ്റ് അപ്പറ്റൈറ്റ് വൈൽ ഓൾസോ അഫക്റ്റിംഗ് ദ
ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ മോട്ടിലിറ്റി. ഇതാണ് ഹങ്കർ ഹോർമോൺ എന്നറിയപ്പെടുന്നത്. അതായത് നമുക്ക് വിശപ്പ് തോന്നാൻ കാരണമായിട്ടുള്ള ഒരു ഹോർമോൺ, അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ലെപ്റ്റിൻ, ഇൻസുലിൻ, ഗർലിൻ ആൻഡ് പെപ്റ്റൈഡ് XY. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഗർലിൻ ആണ്. ഗർലിൻ ഈസ് നോൺ ആസ് ദ ഹങ്കർ ഹോർമോൺ. എച്ച് വെച്ച് ഓർത്തിരിക്കുക. എന്താണ്? എച്ച് ഫോർ ഹങ്കർ അല്ലെങ്കിൽ HR ഫോർ ഹങ്കർ എന്ന് ഓർത്താൽ മതി. ഹങ്കർ ഹോർമോൺ ഓർ ദ വിച്ച് സ്റ്റിമുലേറ്റ് അപ്പറ്റൈറ്റ് ഈസ് ഗർലിൻ. ഗർലിൻ. Next one, which hormone is released in response to fat? Which hormone is released in response to fat in the small intestine and helps to regulate the release of digestive enzyme and bile? സ്മോൾ ഇൻഡസ്റ്റൈനിൽ ഫാറ്റിന്റെ പ്രസൻസ് കാരണം റിലീസ് ചെയ്യപ്പെടുന്ന ഹോർമോൺ ഏതാണ്? അതുപോലെ തന്നെ വിച്ച് ഹെൽപ്സ് റെഗുലേറ്റ് ദ റിലീസ് ഓഫ് ഡൈജസ്റ്റീവ് എൻസൈംസ് ആൻഡ് ബൈൽ. ആ ഫാറ്റിന്റെ പ്രസൻസ് കാരണം ഒരു ഹോർമോൺ റിലീസ് ചെയ്യപ്പെടുകയും അതെന്തിനു കാരണം? ആൻഡ് ദാറ്റ് ഹോർമോൺ റെഗുലേറ്റ് ദ റിലീസ് ഓഫ് ഡൈജസ്റ്റീവ് എൻസൈംസ് ആൻഡ് ബൈൽ. ഓപ്ഷൻസ് നോക്കുക. ഗ്യാസ്ട്രിൻ, സെക്രീറ്റിൻ, കോൾസൈറ്റോക്കിനിൻ ആൻഡ് മോട്ടിലിൻസ്. അവിടെ ആൻസർ ഫാറ്റിന്റെ പ്രസൻസ് കാരണം റിലീസ് ചെയ്യപ്പെടുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഏതാണ്? കോൾസൈറ്റോക്കിനിൻ. കോൾസൈറ്റോക്കിനിൻ ഓർ CCK, and it also helps to regulate the release of digestive enzymes and bile. Next one, which hormone inhibit gastric acid secretion and slows gastric emptying? Gastric emptying ine slow down ചെയ്യും, അതുപോലെ തന്നെ gastric acid secretions ine inhibit ചെയ്യും. So inhibitory effect ഉള്ള ഒരു gastrointestinal hormone, major hormones, major ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ഹോർമോൺസിലും ഒരു ഇൻഹിബിറ്ററി എഫക്ട് കാണിക്കുന്ന ഹോർമോൺ ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ടേബിൾ വെച്ചപ്പോൾ. ഏതായിരുന്നു? ഓർക്കുന്നുണ്ടോ? ആൻസർ ശ്രദ്ധിക്കുക. ഓപ്ഷൻസ് നോക്കുക. ഫസ്റ്റ് വൺ ഈസ് ഗ്യാസ്ട്രിൻ, സെക്രീറ്റിൻ, ഗർലിൻ ആൻഡ് ഓപ്ഷൻ ഡി സൊമാറ്റോസ്റ്റാറ്റിൻ. ആൻസർ ഏതാണ്? സൊമാറ്റോസ്റ്റാറ്റിൻ. സൊമാറ്റോസ്റ്റാറ്റിൻ. നെക്സ്റ്റ് വൺ, which neurotransmitter is involved in the relaxation of gastrointestinal smooth muscle and is often associated with the rest and digest response? Gastrointestinal smooth muscle ന്റെ റിലാക്സേഷന് കാരണമാവുന്ന ന്യൂറോട്രാൻസ്മിറ്റർ, അതുപോലെ തന്നെ which is associated with the rest and digest response. Options dopamine, serotonin, norepinephrine and acetylcholine. ഇവിടെ ആൻസർ വരുന്നത് അസറ്റൈൽ കോളിൻ. ഓപ്ഷൻ ഡി അസറ്റൈൽ കോളിൻ ഈസ് ദ ആൻസർ. നെക്സ്റ്റ് വൺ, which organ is primarily responsible for regulating BMR? BMR-നെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻ സിസ്റ്റം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. BMR ഏതായിരുന്നു? ബേസൽ മെറ്റബോളിക് റേറ്റ്. സോ മെറ്റബോളിസമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന ഓർഗൻ സിസ്റ്റം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുക. റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം. ഏത് ആൻസർ വരിക? ആൻസർ ഈസ് എൻഡോക്രൈൻ സിസ്റ്റം അല്ലെ? എൻഡോക്രൈൻ സിസ്റ്റം, എസ്പെഷ്യലി ദ തൈറോയിഡ് ഗ്ലാൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റെഗുലേറ്റിംഗ് ദ BMR. നെക്സ്റ്റ് വൺ, which calculation formula is commonly used to estimate BMR? BMR എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് യൂഷ്വലി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. BMI ഫോർമുല, ഹാരിസ് ബെനഡിക്ട് ഇക്വേഷൻ, ബോഡി ഫാറ്റ് പെർസെന്റേജ് ഫോർമുല, ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ ഓർ TDEE ഫോർമുല. ഇതിൽ നോർമലി BMR എസ്റ്റിമേഷന് യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഹാരിസ് ബെനഡിക്ട് ഇക്വേഷൻ. Benedict equation. Next one, kidney stones are produced due to deposition of uric acid and dash. Kidney stones എന്തുകൊണ്ടാണ് ഫോം ചെയ്യുന്നത്? നമുക്കറിയാം ചില ക്രിസ്റ്റൽസിന്റെ ഒക്കെ ഡെപ്പോസിഷൻ ഉണ്ടെന്ന് പറഞ്ഞു, യൂറിക് ആസിഡും അതുപോലെ തന്നെ വേറെ ചില ക്രിസ്റ്റൽസും. അത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ സിലിക്കേറ്റ്സ്, ഓപ്ഷൻ ബി മിനറൽസ്, ഓപ്ഷൻ സി കാൽഷ്യം കാർബണേറ്റ്, ഓപ്ഷൻ ഡി കാൽഷ്യം ഓക്സലേറ്റ്. ആൻസർ ഏതാണ്? കാൽഷ്യം ഓക്സലേറ്റ്സ്. കാൽഷ്യം ഓക്സലേറ്റ്സ് ആണ് കിഡ്നി സ്റ്റോൺ പ്രൊഡക്ഷന് കാരണമായിട്ട് വരുന്നത്. ഓക്കെ. ലീഫി വെജിറ്റബിൾസ് അതുപോലെ തന്നെ
ട്യൂബേഴ്സിലൊക്കെയാണ് ഈ ഓക്സലേറ്റ്സ് കൂടുതലായിട്ട് കാണുക. സോ അങ്ങനെയുള്ള ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഈസ് പ്രോട്ടോനെഫ്രീഡിയ. നമ്മൾ എക്സ്ക്രീഷൻ പാർട്ട് ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഫ്രം ഡൈജസ്റ്റീവ് പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരുവിധം ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഫ്രം എക്സ്ക്രീഷൻ ഓർ ദ എക്സ്ക്രീറ്ററി സിസ്റ്റം നോക്കുക. ഫസ്റ്റ് വൺ, പ്രോട്ടോനെഫ്രീഡിയ ഓർ ഫ്ലെയിം സെൽസ് ഓർ സൊളനോസൈറ്റ്സ് ആർ ദ എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ഇൻ. എന്താണ് ചില എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് നമുക്കറിയാം. ഹ്യൂമനിലെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ എന്ന് പറയുന്നത് കിഡ്നിയാണ്, മെയിൻ ആയിട്ട് വരുന്നത് കിഡ്നി. അതുകൂടാതെ സ്വെറ്റ് ഗ്ലാൻഡ്സ് ഒക്കെ എക്സ്ക്രീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം. ഇവിടെ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? പ്രോട്ടോനെഫ്രീഡിയ, ഫ്ലെയിം സെൽസ്, സൊളനോസൈറ്റ്സ് ഇതൊക്കെ ഏതിൽ കാണുന്നത്? ഇൻവെർട്ടിബ്രേറ്റ്സിൽ കാണുന്ന എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ആണ്. അത് ഏത് ഓർഗാനിസത്തിലാണ് കാണുന്നത്? ഓപ്ഷൻസ് പ്ലാറ്റി ഹെൽമിന്തസ്, റോട്ടിഫോഴ്സ് ആൻഡ് സമാനലിഡ്സ് ആൻഡ് സെഫാലോപോഡേറ്റ്. ആൻസർ ഏതാണ്? ഈ 3 ഓർഗാനിസത്തിലും എന്ത് തന്നെയാണ് പ്രോട്ടോനെഫ്രീഡിയ അല്ലെങ്കിൽ ഫ്ലെയിം സെൽസ്, സൊളനോസൈറ്റ്സ് ഒക്കെയാണ് എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുക. സോ ആൻസർ എന്ന് പറയുന്നത് all of the above, all of the above. Next one, pH of human urine is approximately. Human urine de pH എന്ന് പറയുന്നത് എത്രയാണ്? 6.5, 7, 6, 7.5. ആൻസർ ഏതാണ്? സ്ലൈറ്റ്ലി അസിഡിക് ആണ്. സോ ഇറ്റ് ഈസ് 6.5. It is 6.5. Next one, which one is not correct? ഇതില് കറക്റ്റ് മാച്ച് അല്ലാത്തത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഹ്യൂമൻസ് ആർ യൂറിയോടെലിക്, ബേർഡ്സ് ആർ യൂറിക്കോടെലിക്, ലിസാർഡ്സ് അഗൈൻ യൂറിക്കോടെലിക് ആൻഡ് വെയിൽ അമണോടെലിക്. എന്തായിരിക്കും ആൻസർ വരാം? ഹ്യൂമൻസ് യൂറിയോടെലിക് അല്ലെ? യൂറിയോടെലിക് ആണ്. നമുക്കറിയാം എക്സ്ക്രീറ്ററി മെക്കാനിസംസ് അല്ലെങ്കിൽ എക്സ്ക്രീഷനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സിന്റെ ബേസിസിൽ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് മെയിൻ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? യൂറിയ അല്ലെ? ഏതൊക്കെ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് വരുന്നത്? യൂറിയ, then uric acid, uric acid, then ammonia. യൂറിയ, യൂറിക് ആസിഡ് ആൻഡ് അമോണിയ. ഇത് 3 ഡിഫറെന്റ് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ്. ഏതാണ് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് എന്നുള്ളതിന്റെ ബേസ് ചെയ്തിട്ട് ഓർഗാനിസത്തിനെ 3 ക്ലാസിഫൈ ചെയ്യാം. യൂറിയ ആണ് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ യൂറിയോടെലിക് എന്ന് വിളിക്കും. ദെൻ യൂറിക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ യൂറിക്കോടെലിക് എന്ന് വിളിക്കും. അമോണിയ ആണ് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ അമണോടെലിക് എന്ന് വിളിക്കും. ഇതിൽ ഏറ്റവും ഹൈലി ടോക്സിക് ആയിട്ടുള്ളത് ഏതാണ്? അമോണിയ ഈസ് എ ഹൈലി ടോക്സിക് പ്രൊഡക്റ്റ്. ഇതിൽ ഏറ്റവും യൂറിയ, യൂറിക് ആസിഡ് ആൻഡ് അമോണിയയിൽ ഏറ്റവും ടോക്സിക് ആയിട്ടുള്ളത് അമോണിയയാണ്. അതുകൊണ്ട് തന്നെ അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യാനായിട്ടോ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഈസ് നീഡഡ്. ഒരുപാട് വെള്ളം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വാട്ടർ മീഡിയം, ഒരുപാട് വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുക. എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് അമോണിയ ആവും. സോ ഒരുപാട് വാട്ടർ അവൈലബിലിറ്റി ഉള്ള ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അക്വാട്ടിക് ഓർഗാനിസം ലൈക്ക് ഫിഷസ്. സോ അമണോടെലിക് ആയിട്ടുള്ളത് അമണോടെലിക് എക്സ്ക്രീഷൻ മെയിൻ ആയിട്ട് കാണുന്നത് അക്വാട്ടിക് ഓർഗാനിസംസ് ലൈക്ക് ഫിഷസിലായിരിക്കും. ദെൻ യൂറിക് ആസിഡ് എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ അവിടെ വാട്ടർ ലോസ് ഭയങ്കര മിനിമം ആയിരിക്കും. വാട്ടർ ലോസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മിനിമൈസ്ഡ്. കാരണം എന്താ? അവർക്ക് ഫ്രീക്വന്റ് ആയിട്ട് വാട്ടർ സപ്ലൈ ഒന്നും ഇല്ല. സോ വാട്ടറിനെ അത്രയും സ്റ്റോർ ചെയ്ത് വെക്കണം. അങ്ങനെയുള്ള ഓർഗാനിസത്തിലാണ് യൂറിക് ആസിഡ് എക്സ്ക്രീഷൻ കാണുക. ആൻഡ് ആ ടൈപ്പ് ഓർഗാനിസത്തിന് നമ്മൾ യൂറിക്കോടെലിക് എന്ന് വിളിക്കും. യൂറിക്കോടെലിക് ഓർഗാനിസംസ് എന്ന് വിളിക്കും. അതിന് എക്സാമ്പിൾ ആണ് ബേർഡ്സും ലിസാർഡ്സും ഒക്കെ വരുന്നത്. നെക്സ്റ്റ് ഒരു കാറ്റഗറിയാണ് യൂറിയ ഓർ യൂറിയോടെലിക് ഓർഗാനിസംസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് യൂറിയ ആയിരിക്കും. അവിടെ മിനിമം വാട്ടർ ലോസ്, ഇവിടെ വാട്ടർ ലോസ് ഉണ്ട് പക്ഷെ അത് മിനിമം ആയിരിക്കും. വാട്ടർ ലോസ് ഈസ് മിനിമം. ആൻഡ് അത് കാണുന്നത് ഹ്യൂമൻസിലാണ്. അതായത് മെയിൻ ആയിട്ട് മാമൽസിലാണ് യൂറിയോടെലിക് എക്സ്ക്രീഷൻ കാണാനായിട്ട്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? കറക്റ്റ്ലി മാച്ച്ഡ് പെയർ അല്ലാത്തത് ഏതാണ്? ഹ്യൂമൻസ് യൂറിയോടെലിക് ആണ്, അത് കറക്റ്റ് ആണ്. ബേർഡ്സ് യൂറിക്കോടെലിക് ആണ്, ലിസാർഡ്സ് യൂറിക്കോടെലിക് ആണ്, അതും ഓക്കെ ആണ്. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? വെയിൽ ഈസ് അമണോടെലിക് എന്നാണ് തന്നിരിക്കുന്നത്. ആക്ച്വലി അക്വാട്ടിക് വെയിൽ എന്ന് പറയുന്നത് എന്താണ്? അക്വാട്ടിക് മാമലാന്നേ ഉള്ളൂ. വെയിൽ ഈസ് എ മാമൽ ആൻഡ് ലിവ് ഇൻ വാട്ടർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. സോ വെയിലിൽ കാണുന്നത് ഒരു ഹൈലി കൺസേർഡ് മെക്കാനിസം ഓഫ് എക്സ്ക്രീഷൻ ആണ്. ആൻഡ് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അമോണിയ അല്ല, സിൻസ് ഇറ്റ് ഈസ് എ മാമൽ.
Here the excretory product is urea. The excretory product എന്ന് പറയുന്നത് യൂറിയ ആയിരിക്കും. പക്ഷെ സ്പെഷ്യൽ മെക്കാനിസം ഫോർ എക്സ്ക്രീഷൻ ക്യാൻ ബി സീൻ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഇൻകറക്റ്റ് മാച്ച് എന്ന് പറയുന്നത് വെയിൽ അമനോട്ടിലിക് എന്നുള്ള ഓപ്ഷൻ ആണ് ഇൻകറക്റ്റ് പെയർ. ആക്ച്വലി വെയിൽ ഈസ് യൂറിയോടെലിക്. വെയിൽ ഈസ് യൂറിയോടെലിക്. നെക്സ്റ്റ് വൺ. The average quantity of urea excreted in urine by man per day. Question ഒന്നുകൂടി നോക്കാം. The average quantity of urea excreted in urine by man per day. ഒരു ദിവസം എക്സ്ക്രീറ്റ് യൂറിനെ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്ന യൂറിയയുടെ എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 1 to 5 gram, 25 to 30 gram, 1 to 1.5 liter and 80 gram. ആൻസർ എന്ന് പറയുന്നത് 25 to 30 gram of urea is excreted in urea by man per day. Per day 25 to 30 gram of urea urine വഴി എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. Next one, which hormone regulate the reabsorption of water in the kidneys? കിഡ്നീസില് വാട്ടർ റീഅബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ഏതാ? വാട്ടർ റീഅബ്സോർപ്ഷൻ നടന്നില്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? വാട്ടർ എലിമിനേറ്റ് ചെയ്യും. വാട്ടർ പ്യൂറിനായിട്ട് പുറത്തോട്ട് പോകുന്ന അല്ലെങ്കിൽ എലിമിനേഷൻ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? യൂറസിസ് എന്ന് വിളിക്കും. ഡയൂറസിസ്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? ഡയൂറസിസിനെ പ്രിവെന്റ് ചെയ്യുന്നത്. ഡയൂറസിസിനെ പ്രിവെന്റ് ചെയ്യുന്ന ഹോർമോൺ നമുക്കറിയാലോ ഏതാണ്? വിച്ച് ഈസ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ. ആന്റി ഡയൂററ്റിക് ഹോർമോൺ ഓർ ദ ADH secreted from the adrenal gland. അല്ലെ? ഇവിടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. വിച്ച് ഹോർമോൺ റെഗുലേറ്റ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ കിഡ്നി? കിഡ്നിയില് വാട്ടർ റീഅബ്സോർപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഇൻസുലിൻ, അഡ്രിനാലിൻ, ആന്റി ഡയൂററ്റിക് ഹോർമോൺ ആൻഡ് തൈറോക്സിൻ. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ആന്റി ഡയൂററ്റിക് ഹോർമോൺ. ഓപ്ഷൻ സി, ആന്റി ഡയൂററ്റിക് ഹോർമോൺ which is secreted from adrenal gland and it prevents diuresis. ഡയൂറസിസിനെ പ്രിവെന്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ, which part of the kidney is responsible for which part of the kidney is responsible for the reabsorption of glucose and amino acid? എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഗ്ലൂക്കോസിന്റെയും അതുപോലെ തന്നെ അമിനോ ആസിഡ്സിന്റെയും റീഅബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്ന കിഡ്നിയുടെ പാർട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വിച്ച് പാർട്ട് ഓഫ് ദ കിഡ്നി ഈസ് റെസ്പോൺസിബിൾ ഫോർ റീഅബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് അമിനോ ആസിഡ്സ്? ഗ്ലൂക്കോസിന്റെയും അമിനോ ആസിഡ്സിന്റെയും റീഅബ്സോർപ്ഷൻ നമുക്കറിയാം. കിഡ്നിയിൽ ഡിഫറെന്റ് പാർട്സ് ഉണ്ടല്ലേ? എനിക്കൊരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, ഗ്ലോബുലാർ സ്ട്രക്ചർ ഉണ്ട്, അതുപോലെ തന്നെ അതിനോട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊരു ട്യൂബുലാർ പാർട്ട് ഉണ്ട്. ആ കപ്പ് ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ ഗ്ലോമറുലസ് എന്നൊക്കെ വിളിക്കും. ദെൻ അതിനോട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ ട്യൂബ് ഉണ്ട്, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ, ഹെൻലീസ് ലൂപ്പ്, ദെൻ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ, ഒരു കളക്ടിങ് ഡക്ട് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. കിഡ്നിയുടെ സ്ട്രക്ചർ ഏറ്റവും ഫംഗ്ഷണൽ യൂണിറ്റിന് എന്താ പറയുക? സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്ന് പറയുന്നത്, ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്ന് പറയുന്നത് നെഫ്രോൺ ആണ്. ഒരു നെഫ്രോണിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ ഈ പറഞ്ഞത് അല്ലേ? നെഫ്രോൺസ് രണ്ട് ടൈപ്പ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ തിയറി നോക്കാം അല്ലെ? കോർട്ടിക്കൽ നെഫ്രോൺസ്, ജെക്സ്ട്രാമെഡുലറി നെഫ്രോൺസ് ഒക്കെ പറഞ്ഞ ഡിഫറെന്റ് നെഫ്രോൺസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാ. അപ്പൊ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത് ഇവിടെ? കിഡ്നിയിൽ നമുക്കറിയാം റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ജസ്റ്റ് ഗ്ലോമറുലസിൽ വെച്ച് ഫിൽട്രേഷൻ പ്രോസസ്സ് നടന്ന് ലാർജ് മോളിക്കുലർ വെയിറ്റ് ഉള്ള മെറ്റീരിയൽസിനെ മാത്രം എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള സബ്സ്റ്റൻസസ് ഒക്കെ എന്താ സംഭവിക്കുന്നത്? ആ ട്യൂബിലോട്ട് എത്തിപ്പെടാണ്. ദെൻ ട്യൂബിൽ വെച്ചിട്ട് വീണ്ടും ആവശ്യമുള്ള മെറ്റീരിയൽസിന്റെ അബ്സോർപ്ഷനും ആവശ്യമില്ലാത്തതിന്റെ സെക്രീഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് വേസ്റ്റ് മെറ്റീരിയൽസ് യൂറിനായിട്ട് എക്സ്പെൽ ഔട്ട് ചെയ്യുന്നത്, പുറത്തോട്ട് റിമൂവ് ചെയ്യുന്നത്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? വിച്ച് പാർട്ട് ഓഫ് ദ കിഡ്നി ഈസ് റെസ്പോൺസിബിൾ ഫോർ റീഅബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് അമിനോ ആസിഡ്? ഗ്ലൂക്കോസിന്റെ അമിനോ ആസിഡിന്റെ അബ്സോർപ്ഷൻ, റീഅബ്സോർപ്ഷൻ കിഡ്നിയിൽ എവിടെയാണ് നടക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. ലൂപ്പ് ഓഫ് ഹെൻലി, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ ആൻഡ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ ആൻഡ് ഫൈനലി കളക്ടിങ് ഡക്ട്. ഇവിടെ ആൻസർ ഏതാണ്? പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ. എവിടെയാണ്? PCT ഓർ ദ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിളിലാണ് ഗ്ലൂക്കോസിന്റെയും അമിനോ ആസിഡ്സിന്റെയും റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. നെക്സ്റ്റ് വൺ, which component of the blood is not normally found in urine? യൂറിനില് നോർമലി കാണാൻ പറ്റാത്ത ബ്ലഡിന്റെ കമ്പോണന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഓപ്ഷൻസ് യൂറിയ, ക്രിയാറ്റിൻ, ഗ്ലൂക്കോസ്, വാട്ടർ. ഏതായിരിക്കും ആൻസർ? നോർമലി the component of blood which is not normally a part of urine is glucose. Glucose ആണ് ആൻസർ വരിക. യൂറിയ, ക്രിയാറ്റിനും വാട്ടറും ഒക്കെ നോർമലി യൂറിനിൽ കാണുന്നതാണ്. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് അബ്നോർമൽ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് യൂറിൻ ആണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് യൂറിനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ? അതൊരു ഡിസീസ് കണ്ടീഷൻ അല്ലെ? ഡയബറ്റീസ് മെലിറ്റസ് അല്ലെങ്കിൽ ഡയബറ്റീസ് ഇൻസിപ്പിഡസിന്റെ ഒക്കെ ഒരു ഇൻഡിക്കേഷൻ ആണ് പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ യൂറിൻ എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which excretory structure is found in flatworms? Flatworms എന്ന് പറഞ്ഞാൽ ഏതാണ്? പ്ലാറ്റിഹെൽമിന്തസിലാണ്. പ്ലാറ്റിഹെൽമിന്തസിലെ മെമ്പേഴ്സിനെയാണ് നമ്മൾ ഫ്ലാറ്റ്വേംസ് എന്ന് വിളിക്കുന്നത്. ഫ്ലാറ്റ്വേംസിൽ കാണപ്പെടുന്ന എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന. ഓപ്ഷൻസ് നോക്കാം. മാൽപീജിയൻ ട്യൂബിൾസ്, നെഫ്രീഡിയ, പ്രോട്ടോനെഫ്രീഡിയ ആൻഡ് കിഡ്നി. ഇത് ആൻസർ വരാ. ആൻസർ ഈസ് പ്രോട്ടോനെഫ്രീഡിയ. എവിടെയാണ്? പ്രോട്ടോനെഫ്രീഡിയ. പ്രോട്ടോനെഫ്രീഡിയ or the flame cells are the excretory structures seen in flatworms or platyhelminthes. ഇത് നമുക്ക് വേണേ എന്താ മാച്ചിന്റെ ഫോളോയിങ് ആയിട്ട് തരാം. ഡിഫറെന്റ് ഓർഗാനിസത്തിലെ എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് എന്നിട്ട് മാച്ച് ചെയ്യാനായിട്ട് ചോദിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇൻകറക്റ്റ് പെയർ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചോദിക്കാം. മാൽപീജിയൻ ട്യൂബിൾസ് എന്തിലാണ് കാണുന്ന? കോക്രോച്ചസിലൊക്കെ അല്ലെ, ഇൻസെക്ട്സിലാണ് മെയിൻ ആയിട്ട് മാൽപീജിയൻ ട്യൂബിൾസ് കാണാം. നെഫ്രീഡിയ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ആയിട്ട് കാണുന്നത് അർത്ത്വേംസിലൊക്കെയാണ്. ദെൻ പ്രോട്ടോനെഫ്രീഡിയ എന്ന് പറയുന്നത് പ്ലാറ്റിഹെൽമിന്തസില്. ദെൻ കിഡ്നീസ് പറയുന്നത് ഹയർ ഓർഗാനിസത്തിലൊക്കെ കിഡ്നീസ് ആണ് നമുക്ക് എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ആയിട്ട് കാണാനായിട്ട് പറ്റുക. Next one. Which of the following organism use green glands for excretion? Excretion വേണ്ടിയിട്ട് ഗ്രീൻ ഗ്ലാൻഡ്സ് ഓർ ആന്റിനൽ ഗ്ലാൻഡ്സ് യൂസ് ചെയ്യുന്ന ഓർഗാനിസംസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻസെക്ട്സ്, ക്രസ്റ്റേഷ്യൻസ്, ഫ്ലാറ്റ് വേംസ്, മോളുസ്ക്. ഏതിലാണ് ഗ്രീൻ ഗ്ലാൻഡ്സ് കാണാനായിട്ട് പറ്റുക? ഇറ്റ് ഈസ് ഇൻ ക്രസ്റ്റേഷ്യൻസ്. ക്രസ്റ്റേഷ്യൻസിൽ കാണപ്പെടുന്ന എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സിനെയാണ് ഗ്രീൻ ഗ്ലാൻഡ്സ് ഓർ ആന്റിനൽ ഗ്ലാൻഡ്സ് വിളിക്കും. ഗ്രീൻ ഗ്ലാൻഡ്സ് ഓർ ആന്റിനൽ ഗ്ലാൻഡ്സ് are seen in crustaceans. Next one. What triggers the juxtaglomerular apparatus to release renin? What triggers juxtaglomerular apparatus to release renin? എന്താണ് റെനിൻ സെക്രീഷന് കാരണം? റെനിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഹോർമോൺ ആണ്. റെനിൻ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് എവിടെന്നാ? ജെക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ്. എവിടെ ജെക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് കാണാം? നമുക്കറിയാം എഫറന്റ് ന്യൂറോൺസ് ഒക്കെ ആയിട്ട് പ്രോക്സിമൽ കൺവല്യൂട്ടീവ് ട്യൂബിളിന് അല്ലെങ്കിൽ ഡിസ്റ്റൽ കൺവല്യൂട്ടീവ് ട്യൂബിളിന് ചില കണക്ഷൻസ് കാണും. അവിടെ ഫോം ചെയ്യുന്ന ഒരു അപ്പാരറ്റസിനെയാണ് ജെക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് വിളിക്കുക. അതിൽ 3 ലെയർ ഓഫ് സെൽസ് ഉണ്ട്. അതിലൊരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് JG സെൽസ് എന്ന് വിളിക്കും. ആ JG സെൽസ് ആണ്, സോ ജെക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസിലെ JG സെൽസ് ആണ് റെനിൻ സെക്രീഷന് കാരണമാകുന്നത്. എന്താണ് റെനിൻ സെക്രീഷനുള്ള ട്രിഗർ അല്ലെങ്കിൽ ട്രിഗറിംഗ് ഫാക്ടർ ഫോർ ദ സെക്രീഷൻ ഓഫ് റെനിൻ ഫ്രം ജെക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുക. ഹൈ ബ്ലഡ് പ്രഷർ, ഇൻക്രീസ്ഡ് സോഡിയം കോൺസെൻട്രേഷൻ ഇൻ ദ ഡിസ്റ്റൽ കൺവല്യൂട്ടീവ് ട്യൂബിൾ, ഡിക്രീസ്ഡ് ബ്ലഡ് പ്രഷർ, ഹൈ പൊട്ടാഷ്യം ലെവൽ ഇൻ ദ ബ്ലഡ്. ആൻസർ ഏതായിരിക്കും? എന്തുകൊണ്ടാണ് ഡിക്രീസ്ഡ് ബ്ലഡ് പ്രഷർ? എന്ത് കാരണമാണ് റെനിൻ സെക്രീഷൻ നടക്കുന്നത്? ബ്ലഡ് പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോഴാണ് റെനിൻ സെക്രീഷൻ നടക്കുക. ദെൻ റെനിൻ സെക്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്യും, റാസ് മെക്കാനിസം അല്ലെ, റെനിൻ ആൻജിയോടെൻസിൻ റാസ് മെക്കാനിസം ആക്ടിവേറ്റഡ് ആവും. റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം ആക്ടിവേറ്റഡ് ആവും. അങ്ങനെ ആ റെനിൻ ആൻജിയോടെൻസിൻ ആക്റ്റീവ് ആവുന്ന കാരണം അവിടെ ഫോം ചെയ്യുന്ന ആൻജിയോടെൻസിൻ 2 എന്ന് പറയുന്നത് ഒരു ഹോർമോൺ റിലീസ് ആവും. ആൻജിയോടെൻസിൻ 2 എന്ത് ചെയ്യും? ബ്ലഡ് വെസൽസിന്റെ കൺസ്ട്രക്ഷന് കാരണം. ബ്ലഡ് വെസൽസ് കൺസ്ട്രക്ട് ആവുമ്പോൾ നോർമലി എന്ത് പറ്റും? ബ്ലഡ് പ്രഷർ അവിടെ കൂടും. ഇതാണ് ആ മെക്കാനിസം എന്ന് പറയുന്നത്. സോ ട്രിഗറിംഗ് ഫാക്ടർ ഫോർ റെനിൻ സെക്രീഷൻ, റെനിൻ വന്നാലാണ് വാസോ കൺസ്ട്രക്ഷൻ നടന്ന് ബ്ലഡ് പ്രഷർ കൂടുള്ളൂ. സോ അവിടുത്തെ ട്രിഗറിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഡിക്രീസ്ഡ് ബ്ലഡ് പ്രഷർ. ഇറ്റ് ഈസ് ദ ഡിക്രീസ്ഡ് ബ്ലഡ് പ്രഷർ. Next one. Presence of which of the following conditions in the urine are indicative of diabetes mellitus? ഇതിൽ എന്താണ് ഡയബറ്റിസ് മെലിറ്റസിന്റെ ഇൻഡിക്കേഷൻ? പ്രസൻസ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ?
യൂറിനിലെ കോൺസ്റ്റുവൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് ഡയബറ്റീസ് മെലിറ്റസ് കൺഫേം ചെയ്യാനായിട്ട് പറ്റും, ഉണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ യൂറിനിലെ ഏത് കമ്പോണൻസ് ആണ് ഇതിന് ഡയബറ്റീസ് മെലിറ്റസ് എന്നുള്ള ഡിസീസസിന്റെ ഇൻഡിക്കേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. യൂറീമിയ ആൻഡ് റീനൽ കാൽക്കുലൈ, കീറ്റോന്യൂറിയ ആൻഡ് ഗ്ലൈക്കോസൂറിയ, റീനൽ കാൽക്കുലൈ ആൻഡ് ഹൈപ്പർഗ്ലൈസീമിയ, യൂറീമിയ ആൻഡ് കീറ്റോന്യൂറിയ. ഇവിടെ ആൻസർ വരുന്നത് കീറ്റോന്യൂറിയ ആൻഡ് ഗ്ലൈക്കോസൂറിയ. എന്തൊക്കെയാണ്? presence of ketone bodies and glucose in the urine is called ketonuria and glycosuria. Urine കൂടെ ketone bodies expel ചെയ്യുന്ന പ്രോസസ്സിനെ ketonuria എന്ന് വിളിക്കും. And the loss of glucose through urine is called glycosuria. ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻഡിവിജ്വലിന് ഡയബറ്റീസ് മെലിറ്റസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ, renin released by juxtaglomerular apparatus acts on which substance to form angiotensin 1? നമുക്കറിയാം, തൊട്ട് മുന്നേ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. റെനിൻ എവിടെന്നാ സെക്രീറ്റ് ചെയ്യുക? ബ്ലഡ് പ്രഷർ കുറഞ്ഞു കഴിയുമ്പോൾ അല്ലെ? ബ്ലഡ് പ്രഷർ കുറഞ്ഞു കഴിയുമ്പോൾ റെനിൻ ജക്സ്റ്റാഗ്ലോമറുലാർ സെൽസ്, ജക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസിലെ ജക്സ്റ്റാഗ്ലോമറുലാർ സെൽസ് ആക്ടിവേറ്റ് ചെയ്യും. അതിൽ നിന്ന് റെനിൻ സെക്രീറ്റ് ചെയ്യും. ആ റെനിൻ ഒരു പർട്ടിക്കുലർ സബ്സ്റ്റൻസസിൽ ആക്ട് ചെയ്തിട്ട് ആ സബ്സ്റ്റൻസസിനെ ആൻജിയോടെൻസിൻ 1 ആയിട്ട് മാറ്റും. സോ റെനിൻ ആക്ട് ചെയ്യപ്പെടുന്ന ആ സബ്സ്റ്റൻസ് ഏതാണെന്ന് ചോദിക്കാം. റെനിൻ എന്തിലാണ് ചെന്ന് ആക്ട് ചെയ്യുന്നത്? ഓർ ഏത് സബ്സ്റ്റൻസസിനെയാണ് റെനിൻ കൺവേർട്ട് ചെയ്തത്? സോ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, ഒരു എക്സ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഉണ്ട്. ഈ എക്സിനെ ആര് വരും? എക്സിനെ ചെന്നിട്ട് റെനിൻ വരും. റെനിൻ വന്ന് എക്സിനെ എന്തായിട്ട് മാറ്റും? എക്സിനെ വന്നിട്ട് ആൻജിയോടെൻസിൻ 1 ആയിട്ട് മാറ്റും. ആൻജിയോടെൻസിൻ 1 ആയിട്ട് മാറ്റും. റെനിൻ എക്സ് എന്നുള്ള സബ്സ്റ്റൻസിനെ ആൻജിയോടെൻസിൻ 1 ആയിട്ട് മാറ്റും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഈ എക്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ആൻജിയോടെൻസിനോജൻ, ആൻജിയോടെൻസിൻ 2, ആൽഡോസ്റ്റിറോൺ ആൻഡ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ. ഏതാ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്? ദ സബ്സ്ട്രേറ്റ് ഫോർ റെനിൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ആൻജിയോടെൻസിനോജൻ. ആൻജിയോടെൻസിനോജൻ. സോ റെനിൻ എന്താ ചെയ്യുക? ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആയിട്ട് മാറ്റുകയാണ് റെനിൻ ചെയ്യുക. ആൻഡ് ദ റെനിൻ ഈസ് സെക്രീറ്റഡ് ഫ്രം JG cells present in the juxtaglomerular apparatus. Now this is the renin angiotensin mechanism. Renin angiotensin mechanism ആണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. എന്താ സംഭവിക്കുന്നത്? ഇവിടെ നോക്കാം. ബ്ലഡ് പ്രഷർ ഒക്കെ കുറഞ്ഞിരിക്കുക. ഏതാണ് സ്റ്റിമുലേഷൻ? ഡിക്രീസ്ഡ് ബ്ലഡ് പ്രഷർ ഇസ് എ സ്റ്റിമുലേഷൻ. അങ്ങനെ ബ്ലഡ് പ്രഷർ കുറഞ്ഞിരിക്കുമ്പോൾ കിഡ്നിയിലുള്ള ജക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസിൽ നിന്ന് റെനിൻ റിലീസ് ചെയ്യും. റെനിൻ വന്നിട്ട് ലിവറിലുള്ള ആൻജിയോടെൻസിനോജനെ, ലിവറിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കും. ദെൻ ഈ ആൻജിയോടെൻസിൻ 1നെ ലങ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട്, ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഓർ ACE. ഏതാണ് ACE എന്ന് പറയുന്നത്? ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. സോ ആൻജിയോടെൻസിൻ 1നെ ഈ ACE ആൻജിയോടെൻസിൻ 2 ആയിട്ട് മാറ്റും. ആൻജിയോടെൻസിൻ 2 ആയിട്ട് മാറ്റും. ഈ ആൻജിയോടെൻസിൻ 2 ആണ് ഇതില് ബ്ലഡ് വെസൽസിന് മെസ്സേജ് കൊടുക്കും. അതെന്തിനു കാരണം? ബ്ലഡ് വെസൽസിന്റെ കൺസ്ട്രക്ഷന് കാരണം, വാസോ കൺസ്ട്രക്ഷന് കാരണം. ബ്ലഡ് വെസൽസ് കൺസ്ട്രക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വാസോ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. വാസോ കൺസ്ട്രക്ഷൻ. വൺസ് വെസൽസ് കൺസ്ട്രക്ട് ആയിപ്പെട്ട, അതായത് അതിന്റെ ഡയമീറ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? അതിൽ കൂടെ മൂവ് ചെയ്യുന്ന ബ്ലഡിന് അവിടെ പ്രഷർ കൂടും അല്ലെ? അതിൽ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ബ്ലഡ് വൈൽ പാസിംഗ് ഓൺ ദ വെസൽ അല്ലെ? ബ്ലഡ് വെസൽസിൽ കൂടെ ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ അതിന്റെ വോളില് ബ്ലഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബ്ലഡ് വെസൽസിന്റെ ആ ഡയമീറ്റർ കുറയുകയാണ് കൺസ്ട്രക്ഷൻ വഴി സംഭവിക്കുക. സോ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കൂടുതലായിരിക്കും. അങ്ങനെ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ആക്ഷനും കൂടി ഈ റെനിനിൽ വരുന്നുണ്ട്. ഈ ആൻജിയോടെൻസിൻ 2 ചെന്നിട്ട് അഡ്രീനൽ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അവിടെ ആൽഡോസ്റ്റിറോൺ പ്രൊഡക്ഷന് കാരണം, ആൽഡോസ്റ്റിറോൺസിന്റെ പ്രൊഡക്ഷന് കാരണം. ആൻഡ് ആൽഡോസ്റ്റിറോൺ വിച്ച് ഹെൽപ്സ് ഇൻ ദ റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ആൻഡ് വാട്ടറിന്റെയും സോഡിയം ക്ലോറൈഡിന്റെ ഒക്കെ റീഅബ്സോർപ്ഷന് കാരണമായിട്ട് വാട്ടർ കണ്ടന്റും കൂട്ടും. അതുപോലെ തന്നെ സോഡിയം അയോൺസിന്റെ റിട്ടൻഷനും കാരണമാവും. ഇതാണ് റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം എന്ന് അറിയപ്പെടുന്നത്. നോക്കുക. വിച്ച് ഹോർമോൺ റിലീസ്ഡ് ഇൻ റെസ്പോൺസ് ടു റെനിൻ കോസസ് വാസോ കൺസ്ട്രിക്ഷൻ ആൻഡ് ഇൻക്രീസസ് ദ ബ്ലഡ് പ്രഷർ? Which hormone released in response to renin causes vasoconstriction and increase in blood pressure?
വാസോ കൺസ്ട്രക്ഷന് കാരണമാവുന്ന ഹോർമോൺ ഏതാണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വാസോ കൺസ്ട്രക്ഷന് കാരണമാണ്? റെനിൻ വന്നു, അത് കഴിഞ്ഞ് റെനിൻ ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കും, 1നെ ASC എന്ന് 2 ആക്കും. ഈ 2 ആണ് ആക്ച്വലി വാസോ കൺസ്ട്രക്ഷന് കാരണമാവുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, ആൻജിയോടെൻസിൻ 2. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി, ആൻജിയോടെൻസിൻ 2 ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് മിക്ചുറേഷൻ റിഫ്ലക്സ്? വാട്ട് ഈസ് മിക്ചുറേഷൻ റിഫ്ലക്സ്? മിക്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലീസ് ഓഫ് യൂറിൻ ഔട്ട് ഓഫ് ദ ബോഡി ഈസ് കോൾഡ് മിക്ചുറേഷൻ, ഓർ ദ എക്സ്പെൻഷൻ ഓഫ് യൂറിനെയാണ് മിക്ചുറേഷൻ എന്ന് പറയാം. ആൻഡ് ഇവിടെ നമ്മൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്താണ് മിക്ചുറേഷൻ റിഫ്ലക്സ് എന്നാണ് അല്ലെ. ഓപ്ഷൻസും ഒക്കെ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ ആണോ? അല്ല. ദ റിഫ്ലക്സ് ദാറ്റ് കൺട്രോൾ ഹാർട്ട് റേറ്റ്, അതും ആവില്ല. ദ റിഫ്ലക്സ് ദാറ്റ് കൺട്രോൾസ് ദ ആക്ട് ഓഫ് യൂറിനേഷൻ ആൻഡ് ദ പ്രോസസ് ഓഫ് സ്വെറ്റിംഗ്. ആൻസർ ഏതാ വരിക? The reflex that controls the act of urination. അല്ലെ, യൂറിനേഷനെ കൺട്രോൾ ചെയ്യുന്ന റിഫ്ലക്സിനെയാണ് നമ്മൾ മിക്ചുറേഷൻ റിഫ്ലക്സ് എന്ന് പറയുന്നത്. അത് ആ ടേമിൽ തന്നെയാണ്. Then the part of the nervous system primarily regulate മിക്ചുറേഷൻ റിഫ്ലക്സ്. മിക്ചുറേഷൻ റിഫ്ലക്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ട് ഏതാണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് സെൻട്രൽ നെർവസ് സിസ്റ്റം. ആൻസർ ഏതാണ്? ഇറ്റ് ഈസ് ദ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. മിക്ചുറേഷൻ റിഫ്ലക്സിനെ റെഗുലേറ്റ് ചെയ്യുന്നത് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ്. പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം കൺട്രോൾസ് ദ മിക്ചുറേഷൻ റിഫ്ലക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which muscle contracts during the micturition reflex to expel urine from the bladder? മിക്ചുറേഷന്റെ സമയത്ത് എന്താ സംഭവിക്കുന്ന? ബ്ലാഡറിൽ കോൺട്രാക്ഷൻ നടക്കുന്നുണ്ട്. ബ്ലാഡറിലുള്ള സ്മൂത്ത് മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് യൂറിനറി ബ്ലാഡറിൽ നിന്ന് യൂറിൻ എക്സ്പെൽ ചെയ്യുന്നത്. സോ അവിടെ ഏത് മസിലാണ് കോൺട്രാക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഡയഫ്രാം. ഡയഫ്രാം ആണോ? അല്ല. എക്സ്റ്റേണൽ യൂറിത്രൽ സ്ഫിൻക്ചർ, ഡിട്രസർ മസിൽ ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽസ്. ഇവിടെ ആൻസർ ഏത് വരാം? ഇതിൽ യൂറിനറി ബ്ലാഡർ ആയിട്ട് റിലേറ്റ് ചെയ്ത് രണ്ടെണ്ണുള്ളൂ. എക്സ്റ്റേണൽ യൂറിത്രൽ സ്ഫിൻക്ചറും അതുപോലെ തന്നെ ഡിട്രസർ മസിൽ എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഡിട്രസർ മസിൽ. ആൻസർ ഈസ് ഡിട്രസർ മസിൽ. ആക്ച്വലി എക്സ്റ്റേണൽ യൂറിത്രൽ സ്ഫിൻക്ചറിന്റെ റിലാക്സേഷൻ ആണ് അവിടെ നടക്കുക. കോൺട്രാക്ട് ചെയ്യുന്നത് ഡിട്രസർ മസിൽ. നെക്സ്റ്റ് വൺ, what role does the external urethral sphincter play in the micturition reflex? മിക്ചുറേഷൻ റിഫ്ലക്സിന്റെ സമയത്ത് നമ്മളിപ്പോ തൊട്ട് മുമ്പേ പറഞ്ഞോളൂ അല്ലെ. എക്സ്റ്റേണൽ യൂറിത്രൽ സ്ഫിൻക്ചറിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. കോൺട്രാക്ട്സ് ടു എക്സ്പെൽ യൂറിൻ. യൂറിൻ എക്സ്പെൽഷന്റെ സമയത്ത് കോൺട്രാക്ട് ചെയ്യണോ? അല്ല. കോൺട്രാക്ട് ചെയ്യുന്നത് ഡിട്രസർ ആണ്. റിലാക്സസ് ടു അലൗ യൂറിൻ ടു ബി എക്സ്പെൽഡ്. ഡസ് നോട്ട് പ്ലേ എനി റോൾ. കോൺട്രാക്ട്സ് ടു ഹോൾഡ് യൂറിൻ ഇൻ ദ ബ്ലാഡർ. ഏതാണ് ആൻസർ വരെ? ഓപ്ഷൻ ബി, റിലാക്സസ് ടു അലൗ യൂറിൻ ടു ബി എക്സ്പെൽഡ്. ഏതാണ്? എക്സ്റ്റേണൽ യൂറിത്രൽ സ്ഫിൻക്ചർ എന്ന് പറയുന്നത് മിക്ചുറേഷൻ റിഫ്ലക്സിന്റെ സമയത്ത് റിലാക്സ് ചെയ്യും യൂറിൻ എക്സ്പെൽഷന് വേണ്ടി. ആൻഡ് ഡിട്രസർ മസിൽ എന്ന് പറയുന്നത് കോൺട്രാക്ട് ചെയ്യും. ഡിട്രസർ മസിൽസ് കോൺട്രാക്ട് ചെയ്യും. ആൻഡ് വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഈസ് ഇൻവോൾവ് ഇൻ ദ വോളണ്ടറി കൺട്രോൾ ഓഫ് യൂറിനേഷൻ? ചില സമയത്ത് നമുക്ക് നമുക്ക് മിക്ചുറേഷൻ എന്നുള്ള പ്രോസസ് തോന്നിയാലും നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. വോളണ്ടറി കൺട്രോൾ ഈസ് പോസിബിൾ ഫോർ യൂറിനേഷൻ. ആൻഡ് വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ വോളണ്ടറി കൺട്രോൾ ഓഫ് യൂറിനേഷൻ? യൂറിനേഷന്റെ വോളണ്ടറി കൺട്രോളിന് കാരണമായിട്ടുള്ള ബ്രെയിനിന്റെ പാർട്ട് ഏതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. മെഡുല്ല ഒബ്ലോങ്കേറ്റ, ഹൈപ്പോതലാമസ്, പോൺസ് ആൻഡ് സെറിബെല്ലം. ഇവിടെ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഹിയർ ആൻസർ ഈസ് പോൺസ്. ആൻസർ എന്ന് പറയുന്നത് പോൺസ് ആണ്. കൺട്രോൾ ദ വോളണ്ടറി കൺട്രോൾ ഓഫ് യൂറിനേഷൻ ഈസ് ആക്ച്വലി ബൈ പോൺസ്. Again, the overall effect of renin, angiotensin, aldosterone system അല്ലെ, നമ്മുടെ ആ സിസ്റ്റം അവിടെ അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്ന് ആൽഡോസ്റ്ററോൺ സെക്രീഷൻ നടക്കുന്നുണ്ട് നമ്മൾ കണ്ടു. എന്നിട്ട് അതെന്താ ചെയ്യാം? സോഡിയത്തിന്റെ അതുപോലെ വാട്ടറിന്റെ ഒക്കെ റീഅബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യും. അതിന്റെ ഓവറോൾ എഫക്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓവറോൾ എഫക്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓവറോൾ എഫക്ട് ഓഫ് ദ റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്ററോൺ മെക്കാനിസം. ഡിക്രീസ്ഡ് ബ്ലഡ് പ്രഷർ കാരണമാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻസ് നോക്കാം. ഡിക്രീസ്ഡ് ബ്ലഡ് പ്രഷർ, ഇൻക്രീസ് ബ്ലഡ് പ്രഷർ, ഡിക്രീസസ് ബ്ലഡ് വോളിയം ആൻഡ് ഇൻക്രീസസ് യൂറിൻ ഔട്ട്പുട്ട്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഇറ്റ് ഇൻക്രീസസ് ദ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യാനാണ് റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്ററോൺ മെക്കാനിസം ഹെൽപ്പ് ചെയ്യുന്നത്. അഗെയിൻ ആ പാത്വേ ആണ് കാണിച്ചിരിക്കുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക എങ്ങനെയാണ് സംഭവിക്കുന്നത്.
വൺസ് ബ്ലഡ് പ്രഷർ കുറഞ്ഞു കഴിയുമ്പോൾ കിഡ്നിയിലുള്ള ജെക്സ്ട്രാഗ്ലോമറുലാർ പാറ്റസിലെ JG സെൽസ് ആക്ടിവേറ്റ് ചെയ്യും. അവിടെ നിന്ന് റെനിൻ സെക്രീഷൻ നടത്തും. റെനിൻ ലിവറിലുള്ള ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കും. ദെൻ ഫോം ചെയ്യുന്ന ആൻജിയോടെൻസിൻ 1-നെ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഫ്രം ദ ലങ്സ് വിൽ ബി കൺവേർട്ടഡ് ഇറ്റ് ഇൻ ടു ആൻജിയോടെൻസിൻ 2. ദെൻ ആൻജിയോടെൻസിൻ 2 ഒന്നുകിൽ ഡയറക്റ്റ് ചെന്ന് വാസോ കൺസ്ട്രക്ഷന് കാരണവും അങ്ങനെ ബ്ലഡ് പ്രഷർ കൂട്ടും. അതുപോലെ തന്നെ അഡ്രീനൽ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അഡ്രീനൽ ഗ്ലാൻഡ് ആൽഡോസ്റ്റിറോൺ റിലീസ് ചെയ്യും ആൻഡ് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ദ റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ആൻഡ് വാട്ടർ ദെർബൈ ഇൻക്രീസസ് ദ ബ്ലഡ് പ്രഷർ. ഇവിടെ എന്താ സംഭവിക്കുക? ഈ ആക്ഷൻ വഴി ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ വിൽ ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് വൺ, the micturition reflex is primarily responsible for. എന്തിനു വേണ്ടിയാണ് micturition reflex? എന്തിനു വേണ്ടിയിട്ടാ? ഓപ്ഷൻസ് നോക്കാം. യൂറിൻ ഫോർമേഷൻ, യൂറിൻ സ്റ്റോറേജ്, യൂറിൻ എക്സ്ക്രീഷൻ, കിഡ്നി ഫിൽട്രേഷൻ. അത് ആൻസർ വരെ micturition, എക്സ്ക്രീഷൻ ഓഫ് യൂറിൻ ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് യൂറിൻ എക്സ്ക്രീഷൻ. ആൻസർ ഈസ് യൂറിൻ എക്സ്ക്രീഷൻ. നെക്സ്റ്റ് വൺ, which part of the nervous system initiate micturition reflex? micturition reflexനെ ഇനിഷ്യേറ്റ് ചെയ്യപ്പെടുന്ന നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതായിരുന്നു? ഓപ്ഷൻസ് നോക്കാം. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് എൻട്രിക് നെർവസ് സിസ്റ്റം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ദ പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം വിച്ച് പ്ലേസ് a role in micturition reflex is parasympathetic nervous system. Next one, which muscles contract during the micturition reflex to expel urine from the bladder? Bladder നിന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. which muscle contracts during the micturition reflex to expel urine from the bladder? ബ്ലാഡറിൽ നിന്ന് യൂറിൻ എക്സ്പെൽഷന്റെ സമയത്ത് അല്ലെങ്കിൽ ആ മിക്സറേഷൻ റിഫ്ലക്സിന്റെ സമയത്ത് കോൺട്രാക്ട് ചെയ്യുന്ന മസിൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ഡിട്രസർ മസിൽ. ആൻസർ ഈസ് ഓപ്ഷൻ എ, ഡിട്രസർ മസിൽ. നെക്സ്റ്റ് വൺ, the sensation of full bladder is transmitted to the brain via. ബ്ലാഡർ ഫുൾ ആയിട്ട് ഇരിക്കുകയാണ് എന്നുള്ള മെസ്സേജ് നെർവസ് സിസ്റ്റത്തിലോട്ട് എത്തണം. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പത്തറ്റിക് നെർവ്, പാരാസിമ്പത്തറ്റിക് നെർവ്സ്, സെൻസറി അഫറന്റ് നെർവ്സ്, മോട്ടോർ എഫറന്റ് നെർവ്സ്. സോ ഇൻഫോർമേഷൻ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് എത്തിക്കുന്നത് ആരാണ്? അഫറന്റ് നെർവ്സ്. സെൻസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, സെൻസറി അഫറന്റ് നെർവ്സ് വിച്ച് ട്രാൻസ്മിറ്റ് ദ സെൻസേഷൻ ഓഫ് full bladder to the brain. Next one, the release of which neurotransmitter stimulate the contraction of the detrusor muscle during micturition? micturition സമയത്ത് റിലീസ് ചെയ്യപ്പെടുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണ്? which stimulate contraction. അങ്ങനെ ഡിട്രസർ മസിലിന്റെ കോൺട്രാക്ഷന് കാരണമാവും. ഓപ്ഷൻസ് നോക്കാം. നോറെപ്പിനെഫ്രിൻ, സെറോട്ടോണിൻ, അസറ്റൈൽ കോളിൻ ആൻഡ് ഡോപ്പമൈൻ. ഇവിടെ ആൻസർ ഏതാണ്? അസറ്റൈൽ കോളിൻ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, അസറ്റൈൽ കോളിൻ which release or which stimulate the contraction of detrusor muscle during micturition. Then again നമ്മുടെ എക്സ്ക്രീറ്ററി പാർട്ടിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്രിയാറ്റിൻ ക്ലിയറൻസ് ഈസ് യൂസ്ഡ് ആസ് ആൻ എസ്റ്റിമേറ്റ് ഓഫ്. ക്രിയാറ്റിൻ ക്ലിയറൻസ് എന്ന് പറയുന്നത് creatine clearance is used as an estimate of. എന്തിനുള്ള ഒരു എസ്റ്റിമേഷൻ ആണെന്നാണ് ക്രിയാറ്റിൻ ക്ലിയറൻസ് ടെസ്റ്റ്. അല്ലെങ്കിൽ ക്രിയാറ്റിൻ ക്ലിയറൻസ് ടെസ്റ്റ് വഴി നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. റീനൽ ബ്ലഡ് ഫ്ലോ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്, ട്യൂബുലാർ സെക്രീഷൻ. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? GFR ആണ് നമുക്ക് ക്രിയാറ്റിൻ ക്ലിയറൻസ് വഴി കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. GFR, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement about glucose clearance in a healthy individual is true? ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിനെ കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ ഗ്ലൂക്കോസ് ക്ലിയറൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്ന്? ഗ്ലൂക്കോസ് ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ട് GC ഓർ ഗ്ലൂക്കോസ് ക്ലിയറൻസ് അല്ലെ. GC ഓർ ഗ്ലൂക്കോസ് ക്ലിയറൻസ് ഈസ് ഈക്വൽ ടു GFR എന്നാണ് പറയുന്നത്. അതോ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ GFR? GC ഈസ് greater than GFR
and GC എന്ന് പറയുന്നത് എങ്ങനെയാണ് ലെസ് ദാൻ GFR or GC is ഈക്വൽ ടു 0. ഏതായിരിക്കും ഹെൽത്തി ഇൻഡിവിജ്വൽ? നമുക്കറിയാം ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്താണ് നോർമൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ നോർമൽ കണ്ടന്റ് ഓഫ് യൂറിൻ ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹെൽത്തി ഇൻഡിവിജ്വലിന്റെ യൂറിനിൽ നമുക്ക് ഗ്ലൂക്കോസ് കാണാനായിട്ട് പറ്റുമോ? ഇല്ല. Therefore, glucose clearance value for the healthy individual എന്ന് പറയുന്ന ആൻസർ ഏതായിരിക്കും? It is equal to 0. It is GC will be equal to 0. Next question. Which equation is used to estimate creatinine clearance in clinical practice? Clinical practice creatinine clearance value ഒക്കെ നമ്മൾ തൊട്ട് മുന്നേ നോക്കിയായിരുന്നു അല്ലെ? സോ ക്രിയാറ്റിൻ ക്ലിയറൻസ് നോക്കുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കോക്രോഫ്റ്റ് ഗോൾട്ട് ഇക്വേഷൻ, ഹെൻഡേഴ്സൺ ഹാസൽബാക്ക് ഇക്വേഷൻ, മിക്കാലിസ് മെന്റൺ ഇക്വേഷൻ ആൻഡ് ലേൺസ്റ്റ് ഇക്വേഷൻ. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് കോക്രോഫ്റ്റ് ഗോൾട്ട് ഇക്വേഷൻ ആണ്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ക്രിയാറ്റിൻ ടെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കോക്രോഫ്റ്റ് ഗോൾട്ട് ഇക്വേഷൻ ആണ്. സോ ഇത്രയാണ് എക്സ്ക്രീഷനിൽ നമുക്ക് നോക്കാവുന്ന ക്വസ്റ്റ്യൻസ്. ഇനി വരുന്ന മൊഡ്യൂൾസ് അല്ലെങ്കിൽ ഇനി വരുന്ന യൂണിറ്റിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ഒരു സെഷൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിസ്റ്റമാറ്റിക്സ് ഇസ് പ്രൈമറിലി കൺസേൺഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. എന്താണ് സിസ്റ്റമാറ്റിക്? ദ ഫീൽഡ് ഓഫ് സിസ്റ്റമാറ്റിക്. നമ്മൾ ആദ്യം പഠിച്ച ടോപ്പിക്കിൽ സിസ്റ്റമാറ്റിക്സ് ഏത് താഴെ തന്നിട്ടുള്ളവരിൽ നിന്ന് ഏതുമായിട്ടാണ് റിലേറ്റഡ് അല്ലെങ്കിൽ കൺസേൺഡ്? എന്താണ്? ഫസ്റ്റ് വൺ ഓൺലി ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ്. സിസ്റ്റമാറ്റിക്സ് ക്ലാസിഫിക്കേഷൻ മാത്രമാണ്. രണ്ടാമത് സ്റ്റഡി ഓഫ് ഇവല്യൂഷൻ റിലേഷൻഷിപ്പ് മാത്രമാണ്. ഡിസ്ക്രൈബിങ് ന്യൂ സ്പീഷീസ് വിത്തൗട്ട് കോണ്ടന്റ്, ദി ബിഹേവിയർ ഓഫ് ഓർഗാനിസം ഇൻ ദ വൈൽഡ് അല്ലേ? അപ്പം ഇതിനകത്ത് നിന്ന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ദ സ്റ്റഡി ഓഫ് ഇവല്യൂഷൻ റിലേഷൻഷിപ്പ് അല്ലേ? അതിനകത്ത് തന്നെ നമ്മുടെ ടാക്സോണമി എല്ലാം വരും. അപ്പോൾ സിസ്റ്റമാറ്റിക്സിന് ടാക്സോണമി പ്ലസ് ഫൈലോജൻ റിലേഷൻഷിപ്പാണ്. അപ്പോൾ പ്രൈമറിലി കൺസേൺ എന്നുണ്ടെങ്കിൽ ഫൈൻഡിങ് ഔട്ട് ഇവല്യൂഷൻ റിലേഷൻഷിപ്പ്. അപ്പോൾ ബാക്കി ഓപ്ഷൻസ് എന്താണെന്ന് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഓപ്ഷൻ എ ഓൺലി ദ ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് എ പാർട്ട് ഓഫ് സിസ്റ്റമാറ്റിക്സ്, ബട്ട് സിസ്റ്റമാറ്റിക്സ് ഓൾസോ ഇൻക്ലൂഡ് സ്റ്റഡി ഓൺ ദ ഇവല്യൂഷൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസംസ്. അപ്പം ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിസ്റ്റമാറ്റിക്സിനെ കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നില്ല അല്ലേ? ഓപ്ഷൻ സി ആണെങ്കിലോ ഡിസ്ക്രൈബിങ് ന്യൂ സ്പീഷീസ് വിത്തൗട്ട് കോണ്ടെക്സ്റ്റ്, അതല്ല അല്ലേ? സിസ്റ്റമാറ്റിക്സ് ഇൻവോൾവ്സ് മോർ ദാൻ ജസ്റ്റ് ഡിസ്ക്രൈബിങ് സ്പീഷീസ്, ഇറ്റ് ഓൾസോ കൺസിഡേഴ്സ് ദെയർ എവല്യൂഷണറി കോണ്ടെക്സ്റ്റ്. ഓപ്ഷൻ ഡി ആണെങ്കിലോ ദി ബിഹേവിയർ ഓഫ് ഓർഗാനിസംസ് ഇൻ ദ വൈൽഡ്. ബിഹേവിയർ ആൻഡ് എക്സ്പ്ലനേഷൻ, ആ ഓപ്ഷൻ അല്ലാതെ എക്സ്പ്ലനേഷൻ എന്താണ്? The behavior can be a part of systematics, it is not the primary focus. അപ്പോൾ systematics is more concerned with both classification and evolutionary relationship അല്ലേ? അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ സ്റ്റഡി ഓഫ് ഇവല്യൂഷൻ റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറയും അല്ലേ? ടാക്സോണമി എവിടെ ടീച്ചർ എന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷനും കറക്റ്റ് അല്ലേ എന്ന് പറയും, കാരണം അതിനകത്ത് ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ. പക്ഷേ ഓപ്ഷൻ ശ്രദ്ധിക്കുക, ഓപ്ഷൻ എയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ only the classification എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ബിയിൽ വൺ ഓഫ് ദ കൺസേൺ സിസ്റ്റമാറ്റിക്സ് ഇവല്യൂഷൻ റിലേഷൻഷിപ്പും പ്ലസ് ടാക്സോണമിയാണ് അല്ലെ? ടാക്സോണമിയും അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ വിത്ത് അവരുടെ ഇവല്യൂഷൻ റിലേഷൻഷിപ്പ് പഠിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒള്ളി എന്നൊന്നും പറഞ്ഞിട്ടില്ല, അതിൻ്റെ ഒരു ഭാഗം അവർ കൊടുത്തിട്ടുണ്ട് സ്റ്റഡി ഓഫ് ഇവല്യൂഷൻ റിലേഷൻഷിപ്പ്. ശരിയാണ്, ഒള്ളി ദ ക്ലാസിഫിക്കേഷൻ അല്ല, ഒള്ളി അല്ല. ഇതിൽ വെറുതെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് ആണെങ്കിൽ നമുക്ക് ആ ഓപ്ഷനും കറക്റ്റായിട്ട് പറയാമായിരുന്നു. അതായത് സിസ്റ്റമാറ്റിക്സിൽ ക്ലാസിഫിക്കേഷൻ ഓർഗാനിസംസിന് കൺസേൺ ചെയ്യുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഉള്ളി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഓപ്ഷൻ എ റൂൾ ഔട്ട് ആയത്. ബാക്കി ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും റൂൾ ഔട്ട് ആവുന്നതിന് ഒരുപാട് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് എയും ഡിയും തമ്മിലുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ബി സെലക്ട് ആയാലും വന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി ഓഫ് ഇവല്യൂഷൻ റിലേഷൻഷിപ്പ് സിസ്റ്റമാറ്റിക്സിൽ വരുന്ന ഒരു ബ്രാഞ്ചാണ്. എന്നാൽ സിസ്റ്റമാറ്റിക്സ് എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് കൺസേൺഡ് വിത്ത് ബോത്ത് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഇവല്യൂഷൻ റിലേഷൻഷിപ്പാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ബി ആണ് അല്ലേ? അപ്പോൾ എന്താണ്? ക്ലാസിഫിക്കേഷൻ, സിസ്റ്റമാറ്റിക്സ് ഡീൽസ് വിത്ത് ബോത്ത് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഫൈൻഡിങ്
ഔട്ട് ദ ഫൈലോജനറി റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ആ ക്ലാസിഫൈ ചെയ്ത് ടാക്സോണമി വെച്ച് കണ്ടുപിടിച്ച് നെയിം ചെയ്ത് കറക്റ്റ് എന്താണ് ഫൈലത്തിലും എന്താണ് ഫാമിലിയിലൊക്കെ പ്ലേസ് ചെയ്തതിന് ശേഷം അവർ തമ്മിലുള്ള ഇവല്യൂഷണറി റിലേഷൻഷിപ്പും കൂടെ പഠിക്കുന്ന ഒരു വലിയൊരു ബ്രാഞ്ചാണ് എന്ത്? സിസ്റ്റമാറ്റിക് ഇവല്യൂഷണറി റിലേഷൻഷിപ്പ്. മനസ്സിലായില്ലേ? അപ്പോൾ ബോത്ത് ക്ലാസിഫിക്കേഷൻ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ഒരുമിച്ച് വരുന്ന ഒരു ബ്രാഞ്ചാണ് സിസ്റ്റമാറ്റിക്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ് അല്ലേ? ഇത് ചോദിക്കും, അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന ഈ ഒരു ഓപ്ഷൻസ് ഒക്കെയുള്ള ഇട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ സിസ്റ്റമാറ്റിക്സ്. അത് കൃത്യമായി അതിൻ്റെ എന്താണ് അർത്ഥം മനസ്സിലാക്കുക സിസ്റ്റമാറ്റിക്സ്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സിസ്റ്റമാറ്റിക്സ് ഇൻ ബയോളജി? ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് സിസ്റ്റമാറ്റിക്സിനെ ബെസ്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ദ ഫസ്റ്റ് ഓപ്ഷൻ, ഇറ്റ് പ്രൊവൈഡ്സ് എ ബേസിസ് ഫോർ ഇക്കോളജിക്കൽ സ്റ്റഡീസ്. ഇക്കോളജിക്കൽ സ്റ്റഡീനെ പഠിക്കാനാണ് സിസ്റ്റമാറ്റിക്സ് ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡ് ദി ഇവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് ലൈഫ്. It is used to monitor environmental pollution. It is only used for naming species. അപ്പോൾ ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആൻസർ? ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഏതാണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ദ അണ്ടർസ്റ്റാൻഡിങ് ഇവല്യൂഷൻ റിലേഷൻഷിപ്പ് ഓഫ് ദ ലൈഫ്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനുമായിട്ട് ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത് അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ബാക്കി ഓപ്ഷനുകൾ നമ്മൾ സെലക്ട് ചെയ്യാത്തതെന്ന് നോക്കണ്ടേ? ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് എ ബേസിസ് ഫോർ ഇക്കോളജിക്കൽ സ്റ്റഡീസ്. അത് നമ്മുടെ ഇക്കോളജിക്കൽ സ്റ്റഡീസ് എന്നുള്ളത് ഒരു എന്താ പറയുക ഫൈലോജനറി റിലേഷൻഷിപ്പ് പഠിക്കുമ്പോൾ അതിനകത്തൊരു പാർട്ടായിട്ട് വരാമെന്നല്ലാതെ ഒരു സിസ്റ്റമാറ്റിക്സ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം why it is not the first option? Although systematics can inform ecological studies, its primary importance lies in understanding the evolutionary history, right? Why it is not option C? It is used to monitor environmental pollution ആണ് ഓപ്ഷൻ സി. എന്തുകൊണ്ട് ആ ഓപ്ഷൻ അല്ല? ബിക്കോസ് ദിസ് ഇസ് മോർ റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റ് സയൻസ് ആൻഡ് എക്കോളജി റാദർ ദാൻ സിസ്റ്റമാറ്റിക്സ്. എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ വേറൊരു ഫീൽഡാണ്. ഡി എന്തുകൊണ്ടാകുന്നില്ല? നെയിമിങ് സ്പീഷീസ് എന്നുള്ളത് ഇറ്റ് ഈസ് ഓൺലി യൂസ് ഫോർ നെയിമിങ് സ്പീഷീസ്. നെയിമിങ് സ്പീഷീസ് എന്ന ടാക്സോണമിയുടെ പാർട്ടാണ്. അത് സിസ്റ്റമാറ്റിക്സിൻ്റെ ഒരു സബ്സെറ്റാണ് അല്ലേ? അപ്പോൾ സിസ്റ്റമാറ്റിക്സിൻ്റെ സബ്സെറ്റിൽ ടാക്സോണമി മാത്രമല്ല ഇവല്യൂഷണറി റിലേഷൻഷിപ്പും കൂടെ ഡീൽ ചെയ്യുന്നതാണ്. അപ്പം പ്രൈമറി ആയിട്ട് സിസ്റ്റമാറ്റിക്സ് റീഡ് ചെയ്യുന്നത് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഓർഗാനിസംസ് ആണ് അല്ലേ? അപ്പം അധികം സമയം ഈ ക്വസ്റ്റ്യൻ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് വളരെ റിലേറ്റഡ് ആണ്. So next, let's go to the next question. Question number 3, what is or which of the following is not an application? Systematicsന്റെ ആപ്ലിക്കേഷൻ അല്ലാത്ത ഓപ്ഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ബയോഡൈവേഴ്സിറ്റി കോൺസർവേഷൻ. അത് സിസ്റ്റമാറ്റിക്സ് കൊണ്ട് നമുക്ക് ബയോഡൈവേഴ്സിറ്റി കോൺസർവേഷന് ഹെൽപ്ഫുൾ ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അല്ലാത്ത ഓപ്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ഡ്രഗ് ഡിസ്കവറിക്ക് ഹെൽപ്ഫുൾ ആണോ? ക്ലോണിങ് ഓഫ് ആനിമൽസിനെ ക്ലോൺ ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ സിസ്റ്റമാറ്റിക്സ്? ക്ലാസിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ സിസ്റ്റമാറ്റിക്സ് അല്ലേ? അപ്പോൾ ഇതിൽ ഏതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചനുസരിച്ച് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന് ഉറപ്പായിട്ട് നമ്മുടെ സിസ്റ്റമാറ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? ഡ്രഗ് ഡിസ്കവറിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഓരോ ഓർഗാനിസത്തിനെ കുറിച്ചും കൂടുതൽ അറിയുമ്പോൾ അല്ലെങ്കിൽ കറക്റ്റ് ക്ലാസിഫൈ ചെയ്ത് എന്താണ് ടാക്സോണമി ക്ലാസിഫൈ ചെയ്ത് ഇവല്യൂഷൻ റിലേഷൻഷിപ്പ് മനസ്സിലാക്കുമ്പോൾ എന്താണ് ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ചും ഡ്രഗ് ഡിസ്കവറിയെ കുറിച്ചും ഒക്കെ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും അല്ലേ? അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ എയും ബിയും സിസ്റ്റമാറ്റിക്സിൻ്റെ എന്താണ് ആപ്ലിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് ടാക്സോണമിയാണ്. ടാക്സോണമി സിസ്റ്റമാറ്റിക്സിൻ്റെ ഒരു സബ് പാർട്ടാണ്, ഒരു സബ്സെറ്റായിട്ട് വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ? ഡയറക്റ്റ്ലി ക്ലോണിങ്ങുമായിട്ടൊന്നും സിസ്റ്റമാറ്റിക്സിന് റിലേഷൻഷിപ്പ് ഇല്ല. ഓരോ ഓർഗാനിസത്തിനെ കുറിച്ച് എന്താ അതിന് മോളിക്കുലർ ലെവലൊന്നും ഡീറ്റെയിൽ ആയിട്ട് സിസ്റ്റമാറ്റിക്സ് ഡീൽ ചെയ്യുന്നില്ല അല്ലേ? അപ്പോൾ അത് ബയോടെക്നോളജി എന്നൊരു ഫീൽഡ് വരുന്നതാണ്. അപ്പോൾ ക്ലോണിങ് ഓഫ് ആനിമൽസ് ആണ് എന്താണ് ആപ്ലിക്കേഷൻ ഓഫ് സിസ്റ്റമാറ്റിക്സ് ആയിട്ട് റിലേറ്റഡ് അല്ലാത്തത്. അപ്പോൾ നോട്ട് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് സിസ്റ്റമാറ്റിക്സ് വരുമ്പോൾ ക്ലോണിങ് ഓഫ് ആനിമൽസ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ബാക്കി ഓപ്ഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്യണ്ടേ? ഓപ്ഷൻ എ ബയോഡൈവേഴ്സിറ്റി കോൺസർവേഷൻ. Systematics play a crucial role in identifying species which is essential for conservation efforts. ആണ് കൂടുതലും കൺസർവേഷൻ എഫേർട്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓപ്ഷൻ ബി ഡ്രഗ് ഡിസ്കവറി.
It helps in identifying organisms that may produce beneficial compounds contributing to drug discovery. അതും കറക്റ്റാണ്. ഇനി ക്ലാസിഫിക്കേഷൻ, ഓപ്ഷൻ ഡി ആയ ക്ലാസിഫിക്കേഷൻ ആണെങ്കിലും ക്ലാസിഫിക്കേഷൻ ഇസ് എ ഫണ്ടമെൻ്റൽ പാർട്ട് ഓഫ് സിസ്റ്റമാറ്റിക്സ്. അതുകൊണ്ട് തന്നെ ഇത് ആയിട്ട് റിലേറ്റഡ് അല്ലാത്തത് ഓപ്ഷൻ സി ആണ്. അതെന്താണ്? ക്ലോണിങ് ഓഫ് ആനിമൽസ് ആണ് അല്ലേ? അപ്പോൾ ലെറ്റ്സ് ഗോസ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In systematics, a monophyletic group consists of which of the following? സിസ്റ്റമാറ്റിക്കിൽ മോണോഫൈലറ്റിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോണോഫൈലറ്റിക് ഗ്രൂപ്പ് അല്ലേ, നമ്മൾ പഠിച്ചതാണ് മോണോഫൈലറ്റിക് ഗ്രൂപ്പ്, പാരാഫൈലറ്റിക് ഗ്രൂപ്പ് ഒക്കെ. അപ്പം മോണോഫൈലറ്റിക് ഗ്രൂപ്പ് എന്താണ്? ഓപ്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോഫൈലറ്റിക് ഗ്രൂപ്പിൻ്റെ അർത്ഥം എ സിംഗിൾ സ്പീഷീസ് എന്നാണോ? രണ്ടാമത്തെ എന്താണ്? എ കോമൺ ancestor and all its descendants. മൂന്നാമത്തെ ഓപ്ഷൻ സ്പീഷീസ് വിത്ത് സിമിലർ ഹാബിറ്റാറ്റ്സ്. നാലാമത്തെ ഓപ്ഷൻ അൺറിലേറ്റഡ് സ്പീഷീസ് ദാറ്റ് അപ്പിയർ സിമിലർ. ഇങ്ങനെ 4 ഓപ്ഷനാണ്. മോണോഫൈലറ്റിക് ഗ്രൂപ്പിനെ എന്താണ് കറക്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് എന്താണ് ആൻസർ? എ കോമൺ ആൻസിസ്റ്റർ ആൻഡ് ഓൾ ഇറ്റ്സ് ഡിസെൻഡൻസ് അല്ലേ? അതാണ് മോണോഫൈലറ്റിക് ഗ്രൂപ്പിനെ കുറിച്ച് ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ബാക്കി ഓപ്ഷൻസ് കറക്റ്റ് ആവുന്നില്ല എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷനായ സിംഗിൾ സ്പീഷീസ്. A single species cannot form a monophyletic group on its own. A monophyletic group includes an ancestor and all its descendants. അപ്പോൾ നമ്മളൊരു ഫൈലോജനിക് ട്രീ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ആൻസിസ്റ്ററും അതിൻ്റെ ഡിസെൻഡൻസ് ഇതാണ്. ഡിസെൻഡൻസ് എ ബി ആണെങ്കിൽ ഈ മൊത്തമാണ് നമ്മൾ എന്താ പറയുക? ഒരു മോണോഫൈലറ്റിക് ഗ്രൂപ്പായിട്ട് പറയുക. മോണോഫൈലറ്റിക് ഗ്രൂപ്പ് അല്ലേ? അതാണ് ഒരു മോണോഫൈലറ്റിക് ഗ്രൂപ്പ്. മോണോഫൈലറ്റിക് ഗ്രൂപ്പ്. അപ്പം മോണോഫൈലറ്റിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ സ്പീഷീസ് അല്ല, ഒരു കോമൺ ആൻസിസ്റ്ററും അതിൻ്റെ ഡിസെൻഡൻസുമാണ്. അപ്പോൾ ഓപ്ഷൻ സി എന്തുകൊണ്ടല്ല? സ്പീഷീസ് വിത്ത് സിമിലർ ഹാബിറ്റാറ്റ്സ്. സിമിലർ ഹാബിറ്റാറ്റ്സ് ഡു നോട്ട് നെസസറിലി ഇൻഡിക്കേറ്റ് എ മോണോഫൈലറ്റിക് ഗ്രൂപ്പ്. നോർമലി മോണോഫൈലറ്റിക് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ സിമിലർ ഹാബിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എല്ലാ സിമിലർ ഹാബിറ്റിലുള്ള ആൾക്കാരും മോണോഫൈലറ്റിക് ഗ്രൂപ്പ് ആവണമെന്നില്ല. As species may adapt to similar environments independently. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേറെ വേറെ സ്പീഷീസ് ഉള്ളവർ സിമിലർ എൻവയോൺമെൻറ്റിൽ ജീവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അവർ ഫൈനലി പതുക്കെ അഡാപ്റ്റ് ചെയ്ത് അതായത് കൺവേർജൻ എവല്യൂഷൻ വഴി സെയിം ക്യാരക്ടറിസ്റ്റിക്സ് വരാമെങ്കിലും എന്ത് പറയാൻ പറ്റില്ല? അതൊരു മോണോഫൈലറ്റിക് ഗ്രൂപ്പാണെന്ന് പറയാൻ പറ്റില്ല. ഓപ്ഷൻ ഡി എന്താണ് അടുത്ത്? അൺറിലേറ്റഡ് സ്പീഷീസ് ദാറ്റ് അപ്പിയർ സിമിലർ. ദിസ് ഡിസ്ക്രൈബ് ഹോമോപ്ലാസി. അൺറിലേറ്റഡ് സ്പീഷീസ് ദാറ്റ് ഈസ് അപ്പിയറിങ് സിമിലർ എന്ന് പറയുന്നത് ആ കണ്ടീഷന് പറയുന്ന പേരാണ് ഹോമോപ്ലാസി. വേർ സ്പീഷീസ് ഇൻഡിപെൻഡൻ്റ്ലി ഇവോൾവ് സിമിലർ ട്രേറ്റ്സ് ബട്ട് ദാറ്റ് ഈസ് നോട്ട് മോണോഫൈലി. അപ്പം നമ്മൾ ഇതിനകത്ത് മോണോഫൈലിയെ കുറിച്ച് പഠിച്ചു, ഹോമോപ്ലാസിയെ കുറിച്ച് പഠിച്ചു അല്ലേ? അപ്പോൾ ഇങ്ങനെ വേണം ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാനാണ്. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഇത് ഓപ്ഷൻ 4 ഉണ്ട്, ഇതാണ് എൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് മാത്രമല്ല എന്തുകൊണ്ട് ബാക്കി ഓപ്ഷൻസ് കറക്റ്റ് ആവുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി അതിനകത്ത് പഠിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? സോ മോണോഫൈലി എന്ന് പഠിച്ചപ്പോൾ നമ്മൾ ഹോമോപ്ലാസിനെ കുറിച്ച് പഠിക്കുന്നു. ഹോമോപ്ലാസ് എന്ന് എന്താണ്? ഇറ്റ് ഈസ് വെൻ സ്പീഷീസ് ഇൻഡിപെൻഡൻ്റ്ലി ഇവോൾവ് റീച്ചിങ് ദ സിമിലർ ട്രേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻ്റ്ലി ഇവോൾവ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? അവർക്ക് സിമിലർ ട്രേറ്റ്സ് പതുക്കെ ഉണ്ടാവുന്നു. അതാണ് ഹോമോപ്ലാസി. അപ്പം മോണോഫൈലറ്റിക് ഗ്രൂപ്പ് എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് എ കോമൺ ആൻസിസ്റ്റർ ആൻഡ് ഓൾ ഇറ്റ്സ് ഡിസെൻഡൻസ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. മോണോഫൈലറ്റിക് ഗ്രൂപ്പ് അല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 5. Which of the following field is closely related to systematics? സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻസ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കാറ്. പിന്നെ നിങ്ങളുടെ ടോപ്പിക്സിൽ കൂടുതലും വളരെ PG ലെവലുള്ള ടോപ്പിക്സും കവർ ചെയ്യുന്നത് കൊണ്ട് കുറച്ചധികം പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ടോപ്പിക്കുകൾ എത്രമാത്രം കവർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും എത്രമാത്രം അത് റിമെമ്പർ ചെയ്യാൻ പറ്റുന്നു ഉള്ളതുമാണ് ഇതിനകത്തുള്ള ചാലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീൽഡ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു സിസ്റ്റമാറ്റിക്സ്? നമുക്ക് കണ്ണടച്ച് തന്നെ പറയാൻ പറ്റും അല്ലേ? ഇക്കോളജി ആണോ, ഫിസിയോളജി ആണോ, ടാക്സോണമി ആണോ, പാത്തോളജി ആണോ? ഏതാണ്? ഓഫ് കോഴ്സ് ടാക്സോണമി. നമ്മൾ നേരത്തെ എല്ലാം ഡിസ്കസ് ചെയ്തു. സിസ്റ്റമാറ്റിക്സ് എന്ന ടാക്സോണമിയുടെയും ഫൈലോജനറ്റിക്സിൻ്റെ ഒരു ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ഫീൽഡാണ്. ബാക്കിയൊന്നും ഡിസ്കസ് ചെയ്യാൻ നമുക്ക് സമയം കളയണോ? എന്നാലും ഒന്ന് നോക്കിയേക്കാം അല്ലേ? എന്തെങ്കിലും പോയിന്റ്സ് എക്സ്ട്രാ കിട്ടിയാലോ?
അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഇക്കോളജി. ഓൾദോ സിസ്റ്റമാറ്റിക്സ് ആൻഡ് ഇക്കോളജി can overlap, ecology focus on interactions between organisms and their environment, right? Interactions between organism and their environment, while അപ്പം systematics focus on classification and evolution relationship. അപ്പം അടുത്ത ഓപ്ഷൻ ബി എന്തുകൊണ്ടാവുന്നില്ല? ഫിസിയോളജി. ഫിസിയോളജി സ്റ്റഡീസ് എ ഫങ്ഷൻ ഓഫ് ഓർഗാനിസം വിച്ച് ഇസ് നോട്ട് directly related to systematics, അല്ലേ? ഓപ്ഷൻ ഡി പാത്തോളജി ആണെങ്കിലോ, പാത്തോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ഡിസീസസ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ പഠിച്ചു? ഫിസിയോളജി, ഫീൽഡ് ഓഫ് ഫിസിയോളജി എന്താണെന്ന് പഠിച്ചു, പാത്തോളജി എന്താണെന്ന് പഠിച്ചു. അതും സിസ്റ്റമാറ്റിക്സുമായിട്ട് യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. ആർക്കാം? ഫിസിയോളജി എന്നുള്ള ഫീൽഡിനും ഇല്ല, പാത്തോളജി എന്നുള്ള ഫീൽഡും ഇല്ല. അപ്പോൾ ക്ലിയർ അല്ലേ എന്തുകൊണ്ട് ടാക്സോണമി ആവുന്നതും ബാക്കി ഓപ്ഷൻസ് ആവുന്നില്ല എന്നുള്ളതും? ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സിസ്റ്റമാറ്റിക്സ്, റൈറ്റ്? ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who proposed the 5 kingdom classification? Among these scientists, who has proposed in the 5 kingdom classification? ആരൊക്കെയാണ്? കരോളസ് ലിനേസ് ആണോ? ചാൾസ് ഡാർവിൻ, റോബർട്ട് എച്ച് വിറ്റാക്കർ ആൻഡ് ഏണസ്റ്റ് ഹേക്കൽ. ഇവരിൽ ആരാണ് നമ്മുടെ എന്താണ് 5 kingdom classification പ്രപ്പോസ് ചെയ്ത ആൾക്കാർ? ആരാണ്? നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് അല്ലേ? റോബർട്ട് വിറ്റാക്കർ, 5 kingdom classification. അപ്പോൾ തന്നെ നമുക്ക് ബാക്കി 4 സയൻറ്റിസ്റ്റുകളും എന്താണ് ഡിസ്കവർ ചെയ്തതെന്ന് പഠിക്കണ്ടേ? അതിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം എല്ലാ ഡിസ്കവറീസും ചോദിക്കുന്ന ഡിസ്കവറീസ് എല്ലാം കവറാവും. അങ്ങനെയാണെങ്കിൽ കരോളസ് ലിനേസ് എന്താ ചെയ്യുന്നത്? ലിനേസ് ഡെവലപ്ഡ് ദ ബൈനോമിയൽ നോമൻക്ലേച്ചർ സിസ്റ്റം ആൻഡ് ക്ലാസിഫൈഡ് ഓർഗാനിസംസ് ഇൻ ടു പ്ലാന്റ് ആൻഡ് അനിമൽ കിങ്ഡം, നോട്ട് ദ 5 kingdom. ഓക്കെ, ലിനേസ് എന്താണ്? ബൈനോമിയൽ നോമൻക്ലേച്ചർ കണ്ടുപിടിച്ചു. അദ്ദേഹം എന്താണ് പ്ലാന്റ്സും അനിമൽസുമായിട്ട് 2 kingdom ക്ലാസിഫിക്കേഷൻ ചെയ്തിരുന്നു, പക്ഷേ നോട്ട് ദ 5 kingdom, റൈറ്റ്? അപ്പോൾ എന്താണ് ലിനേഴ്സിൻ്റെ ഡിസ്കവറി പഠിച്ചല്ലോ? ബൈനോമിയൽ നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫൈഡ് ഓർഗാനിസംസ് ഇൻ ടു പ്ലാന്റ് ആൻഡ് അനിമൽ കിങ്ഡം. ചാൾസ് ഡാർവിൻ ആണെങ്കിലോ, ഹി ഈസ് നോൺ ഫോർ ഹിസ് തിയറി ഓഫ് ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ. അതാണ് അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി അല്ലേ? തിയറി ഓഫ് ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ ആണ്, നോട്ട് ഫോർ പ്രൊപ്പഗേഷൻ, സോറി നോട്ട് ഫോർ പ്രൊപ്പോസിങ് എ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അല്ലേ? ഇനി ഏണസ്റ്റ് ഹേക്കൽ എന്താണ്? ഏണസ്റ്റ് ഹേക്കൽ പ്രൊപ്പോസ്ഡ് 3 kingdom ക്ലാസിഫിക്കേഷൻ. അദ്ദേഹം 3 kingdom ആണ് ക്ലാസിഫൈ ചെയ്തത്. അപ്പം റോബർട്ട് വിറ്റാക്കർ 5 kingdom, ഏണസ്റ്റ് ഹേക്കൽ 3 kingdom, ചാൾസ് ഡാർവിൻ ആണെങ്കിൽ ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ, കരോളസ് ലിനേസ് ആണെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചറും 2 kingdom ക്ലാസിഫിക്കേഷൻ അല്ലേ? അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? റോബർട്ട് എച്ച് വിറ്റാക്കർ 5 kingdom ക്ലാസിഫിക്കേഷൻ. ഇതൊക്കെയാണ് സാധാരണ ഇതിൽ നിന്ന് ചോദിക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ജസ്റ്റ് ദാറ്റ് വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ് വിത്ത് ഓൾ ദീസ് information. So just be clear while you are dealing with the questions, just go through the other options also so that you can get more information. Like while we are solving the questions, we like tend to remember more, right? ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോഴാണ് നോർമലി നമുക്ക് അത് ഓർത്തിരിക്കാനുള്ളത്. അല്ലാതെ കാണാതെ കുറേ പഠിക്കുമ്പോൾ ഓർക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് യു വിൽ റിമെമ്പർ വൈൽ യു സോൾവ് ദ ക്വസ്റ്റ്യൻസ്. സോ സോൾവ് മോർ ക്വസ്റ്റ്യൻസ് and go through the other options and understand why that is not the answer for the particular question. So you will get more information. Actually you will cover more topics. You will cover almost all the topics which we have studied while you solve the questions. Okay, with this we will go to the next question. Yeah, which of the following kingdom includes multicellular photosynthetic organism? എന്താണ് നമ്മുടെ ക്ലാസിഫിക്കേഷനിലോട്ടൊക്കെ പതുക്കെ കടന്നു. ഇതിനകത്ത് ഏത് കിങ്ഡമാണ് മൾട്ടി സെല്ലുലാർ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസിനെ ഡീൽ ചെയ്യുന്നത് അല്ലേ? മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസത്തിനെ ഡീൽ ചെയ്യുന്ന കിങ്ഡം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് കിങ്ഡം? ഏത് കിങ്ഡമാണ്? അപ്പം മൾട്ടി സെല്ലുലാറും ആയിരിക്കണം, ഫോട്ടോസിന്തറ്റിക്കും ആയിരിക്കണം. അതായത് ഓട്ടോട്രോഫിക് ആണ് അല്ലേ? ഓട്ടോട്രോഫിക്കാണ്. ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ ആരെയും സ്വന്തമായി അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർ ഓട്ടോട്രോഫിക് അല്ലേ? അപ്പോൾ ഇതിൽ ഏതൊക്കെയുള്ളത്? മൊണീറ, പ്രോട്ടീസ്റ്റ, ഫംഗൈ ആൻഡ് പ്ലാന്റ്. ഓപ്ഷൻ കറക്റ്റ് ഏതാണ്? പ്ലാന്റ്. അവരാണ് എക്സ്ക്ലൂസീവ്ലി ഫോട്ടോസിന്തറ്റിക് ആൻഡ് മൾട്ടി സെല്ലുലർ അല്ലേ?
അപ്പം എന്തുകൊണ്ട് അതർ ഓപ്ഷൻസ് ഇത് കറക്റ്റ് ആവുന്നില്ല എന്ന് നോക്കാം. കിങ്ഡം മൊണീറ അല്ലേ. മൊണീറ കൺസിസ്റ്റ് ഓഫ് പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ ആൻഡ് ആർക്കെ അല്ലെ. ആർക്കെ ബാക്ടീരിയയും യു ബാക്ടീരിയയും ഉള്ള ഒരു ഗ്രൂപ്പാണ് കിങ്ഡം മൊണീറയിലുള്ളത്. which are mostly unicellular and not photosynthetic in the sense of complex plants. അപ്പം യൂണിസെല്ലുലാറും ചിലത് അതിനകത്ത് ചിലത് ഫോട്ടോസിന്തറ്റിക് ആണെങ്കിലും എല്ലാം ഫോട്ടോസിന്തറ്റിക് അല്ല അല്ലേ. ഇനി എന്താണ് കിങ്ഡം പ്രൊട്ടിസ്റ്റ. പ്രൊട്ടിസ്റ്റ എന്നാൽ പ്രൊട്ടിസ്റ്റ ഇൻക്ലൂഡ്സ് മോസ്റ്റ്ലി യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ് ആണ് അല്ലേ. യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ് ആണ്. While some are photosynthetic, the kingdom is not exclusively multicellular. അതിനകത്ത് പ്രോട്ടിസ്റ്റയ്ക്കകത്ത് എന്താണ് ഫോട്ടോസിന്തറ്റിക് ഉള്ള ആൾക്കാരുണ്ട്, പക്ഷെ അവർ യൂണിസെല്ലുലാർ മൾട്ടി സെല്ലുലാർ അല്ല, എക്സ്ക്ലൂസീവ്ലി മൾട്ടി സെല്ലുലാർ അല്ല. ഫംഗൈ വരുമ്പോൾ അവർ എല്ലാവരും മൾട്ടി സെല്ലുലാറും, പക്ഷെ അവരെന്താണ് കൂടുതലും അവർ ഹെട്രോട്രോഫിക് ആണ്, ഓട്ടോട്രോഫിക് അല്ല അല്ലേ. അതായത് സ്വന്തമായിട്ട് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ കഴിവുള്ളവരല്ല, ദേ ആർ ഹെട്രോട്രോഫിക്. ഹെൻസ് ദ ഓപ്ഷൻ ഡി പ്ലാന്റ്. അപ്പോൾ ബാക്കി ഓപ്ഷൻസ് നമ്മൾ പഠിച്ചല്ലോ, ബാക്കി കിങ്ഡത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചു അല്ലേ. കിങ്ഡം മൊണീറ പ്രോകാരിയോട്ടിക് ആണ്, യൂണിസെല്ലുലാറാണ്, ഫോട്ടോസിന്തറ്റിക് അല്ല. പ്രൊട്ടിസ്റ്റ എന്ന് പറയുമ്പോൾ എന്താണ് യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടായി, പക്ഷേ എക്സ്ക്ലൂസീവ്ലി എന്താണ് മൾട്ടി സെല്ലുലാർ അല്ലാത്തതുകൊണ്ട് ആ ഓപ്ഷൻസ് എന്താണ് മൾട്ടി സെല്ലുലാർ അല്ലാത്തതുകൊണ്ട് ആ ഓപ്ഷൻസ് നമ്മൾ എലിമിനേറ്റ് ചെയ്യാണ്. ഫംഗൈ വരുമ്പോൾ മൾട്ടി സെല്ലുലാറും ആണ്, പക്ഷേ അവർ ഹെട്രോട്രോഫിക്, മൾട്ടി സെല്ലുലാറാണ് പക്ഷെ അവർ ഹെട്രോട്രോഫിക് ആണ്. അതാണ് ഫംഗൈ എന്നുള്ള ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ കാരണം. അടുത്ത് ദ 3 domain system divide life into which of the following. അതായത് നമ്മൾ ഏണസ്റ്റ് ഹേക്കൽ 3 kingdom ക്ലാസിഫിക്കേഷൻ ചെയ്തെന്ന് പറയില്ലേ. അപ്പോൾ ആ 3 kingdom-ആയിട്ട് എന്തിനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്, എങ്ങനെയൊക്കെയാണ് 3 kingdom-ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നതാണ് ചോദിക്കുന്നത് അല്ലേ. കറക്റ്റ് ആൻസർ എന്താണ്? ബാക്ടീരിയ പ്രോട്ടിസ്റ്റ യൂക്കാരിയാണോ, ആർക്കെ ബാക്ടീരിയ യൂക്കാരിയാണോ, മൊണീറ പ്രൊട്ടിസ്റ്റ യൂക്കാരിയാണോ, ഫംഗൈ പ്ലാന്റ് ആനിമേലിയാണോ, ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, ആർക്കെ ബാക്ടീരിയ ആൻഡ് യൂക്കാരിയ. ആർക്കെ ബാക്ടീരിയ ആൻഡ് യൂക്കാരിയ. ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ ബാക്ടീരിയ പ്രൊട്ടിസ്റ്റ യൂക്കാരിയ. അല്ലെ ബാക്ടീരിയയും യൂക്കാരിയയും കറക്റ്റാണ്, പക്ഷേ പ്രൊട്ടിസ്റ്റ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഡൊമെയിൻ ഉള്ളതല്ല, കിങ്ഡം പ്രൊട്ടിസ്റ്റയാണ്. ദിസ് ഓപ്ഷൻ ഇസ് ഇൻകറക്റ്റ്ലി ഗ്രൂപ്പ്സ് പ്രൊട്ടിസ്റ്റ വിത്ത് ബാക്ടീരിയ വിച്ച് ഇസ് നോട്ട് എ ഡൊമെയിൻ അല്ലേ. പ്രൊട്ടിസ്റ്റ എന്ന് പറഞ്ഞ ഡൊമെയിൻ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്. എഗെയിൻ ഓപ്ഷൻ സിയും സെയിം കാര്യം കൊണ്ടാണ്, സെയിം കാര്യമല്ല, അതിനകത്ത് മൊണീറയും കയറി വന്നിട്ടുണ്ട് അല്ലേ. മൊണീറ പ്രൊട്ടിസ്റ്റ യൂക്കാരിയ, അതായത് മൊണീറയും പ്രൊട്ടിസ്റ്റയും കിങ്ഡങ്ങളാണ്, ഇറ്റ്സ് നോട്ട് ഡൊമെയിൻ. ഓക്കെ. അപ്പം 3 domain സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഇത് ഏണസ്റ്റ് ഹേക്കലിൻ്റെ അല്ല, ഏണസ്റ്റ് ഹേക്കൽ 3 kingdom ക്ലാസിഫിക്കേഷനാണ്, 3 domain സിസ്റ്റമാണ്. 3 domain സിസ്റ്റത്തിൽ ഏതൊക്കെ ഡൊമെയിനായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം മൊണീറ പ്രൊട്ടിസ്റ്റ യൂക്കാരിയ, മൊണീറയും പ്രൊട്ടിസ്റ്റയും എന്താണ് അതൊരു കിങ്ഡമാണ്, ഡൊമെയിൻ അല്ല. ഇനി ഫംഗൈ പ്ലാന്റ് അനിമേലിയ. ഫംഗൈ പ്ലാന്റ് അനിമേലിയ, ദീസ് ആർ കിങ്ഡംസ് വിത്തിൻ ദ ഡൊമെയിൻ യൂക്കാരിയ, നോട്ട് ഡൊമെയിൻ ദെംസെൽസ് അല്ലേ. ഫംഗൈ പ്ലാന്റ് അനിമേലിയ അത് കിങ്ഡമാണ്, ഡൊമെയിൻ യൂക്കാരിയയ്ക്ക് അകത്തുള്ള കിങ്ഡമാണ് എന്താണ് ഫംഗയും പ്ലാന്റേയും അനിമേലിയും. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ എന്താണ്? 3 ഡൊമെയിനുകൾ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത 3 ഡൊമെയിനുകൾ ഏതൊക്കെയാണ്? ആർക്കെ ബാക്ടീരിയ ആൻഡ് യൂക്കാരിയ. ആർക്കെ ബാക്ടീരിയ ആൻഡ് യൂക്കാരിയ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. Which of the following is not a criterion used in the 5 kingdom classification? 5 kingdom classificationൽ യൂസ് ചെയ്യാത്ത നോട്ട് എ ക്രൈറ്റീരിയ ഏതാണ്? അപ്പോൾ ബാക്കിയുള്ളവ എന്തായിരിക്കണം? അതിൻ്റെ ക്രൈറ്റീരിയകളായിരിക്കണം അല്ലേ. ഫസ്റ്റ് സെല്ലുലാർ ഓർഗനൈസേഷൻ അതിൻ്റെ ക്രൈറ്റീരിയ ആണോ? മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജി, ഹാബിറ്റാറ്റ്. ഇതിൽ 4 ഏത് ക്രൈറ്റീരിയ ആണ് 5 kingdom ക്ലാസിഫിക്കേഷന് ബേസിസ് ആവുക? നമ്മൾ ടേബിളൊക്കെ വരച്ചിട്ട് നമ്മൾ ആ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞത്, ഈ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിലാണ് 5 kingdom ക്ലാസിഫിക്കേഷൻ റോബർട്ട് എച്ച് വിറ്റാക്കർ ചെയ്തു എന്നൊക്കെ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതാണ് ഇതിനകത്ത് അല്ലാതെ? സെല്ലുലാർ ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജി, ഹാബിറ്റാറ്റ്. എന്താണ് കറക്റ്റ് ആൻസർ? ഈസ് ആൻസർ ഡി, ഹാബിറ്റാറ്റ്. ഓക്കെ. അപ്പം ബാക്കിയെല്ലാം എന്താണ്?
ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഓപ്ഷൻ എ, സെല്ലുലാർ ഓർഗനൈസേഷൻ. ദിസ് ഈസ് എ ക്രൈറ്റീരിയൻ ഡിവൈഡിങ് ഓർഗാനിസംസ് ഇൻറ്റു പ്രോകാരിയോട്ട്സ് ആൻഡ് യൂകാരിയോട്ട്സ്. അപ്പം പ്രോകാരിയോട്ടിക്കും യൂകാരിയോട്ടിക്കും മൊണീറയും പ്രൊട്ടിസ്റ്റയൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിച്ച അല്ലെങ്കിൽ ബേസ് ചെയ്ത ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സെല്ലുലാർ ഓർഗനൈസേഷൻ. അതുകൊണ്ട് ഇറ്റ് ഈസ് എ ക്രൈറ്റീരിയൻ യൂസ്ഡ് ഇൻ ദ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലേ. അപ്പോൾ അടുത്ത മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഇതും നമ്മൾ ഓട്ടോട്രോഫ്സ് ഹെറ്റോട്രോഫ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോന്ന് ക്ലാസിഫൈ ചെയ്തത്. അപ്പം ദിസ് ഈസ് യൂസ്ഡ് ടു ക്ലാസിഫൈ ഓർഗാനിസംസ് ആസ് ഓട്ടോട്രോഫ്സ് ഓർ ഹെറ്റോട്രോഫ്സ്. So this is a criterion used for, this is also a criterion used for five kingdom classification. And option C, reproduction. This criteria used in differentiating between species, especially in more advanced classification, but not specifically in the five kingdom system. Reproductive strategy എന്നൊരു സ്ട്രാറ്റജി സത്യം പറഞ്ഞാൽ അതിനകത്തില്ല, മനസ്സിലല്ലേ. പക്ഷേ എന്നാൽ എന്താണ് സ്പീഷീസ് ലെവൽ എത്തുമ്പോൾ അതിനെ സബ് സ്പീഷീസ് ആയിട്ടൊക്കെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജി ഒരു എന്താണ് റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജി ഒരു ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ നോക്കാറുണ്ട്. അതുകൊണ്ട് ഡയറക്റ്റ്ലി ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞിരുന്ന 5 പോയിന്റിൽ ഒന്നും റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജി അല്ലെങ്കിലും it is used in differentiating very similar species നമുക്ക് മനസ്സിലാക്കാൻ റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജി ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ, ഓക്കെ, ഇതിനകത്ത് വേറൊരു ഓപ്ഷനും കൂടെ എന്താണ്, സെല്ലുലാർ ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, വേറെന്താണ് പറയാം, കുറച്ചുകൂടെ ആപ്റ്റായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജി എലിമിനേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ അതിനേക്കാളും ചേരാത്തൊരു ഓപ്ഷൻ ഉണ്ട്, എന്താണ്, ഹാബിറ്റാറ്റ് ബേസിസിലൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഒരു ക്രൈറ്റീരിയൻ അല്ല, ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ക്രൈറ്റീരിയൻ അല്ല അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 9 ആൻസർ ഇസ് ഹാബിറ്റാറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഇൻ വിച്ച് ക്ലാസിഫിക്കേഷൻ ആർ ഓർഗാനിസം ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദി ഇവല്യൂഷണറി ഹിസ്റ്ററി. അപ്പം ഈ തന്നിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ സിസ്റ്റങ്ങളിൽ ഏതാണ് ഇവല്യൂഷണറി ഹിസ്റ്ററിയെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് അല്ലേ, ഏതാണ് ഇവല്യൂഷണറി ഹിസ്റ്ററി ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പം ഏതൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത്, എ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ, ബി ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ, സി ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ, ഡി ഫെനറ്റിക് ക്ലാസിഫിക്കേഷൻ. അപ്പം ഇതിനകത്ത് ഏതാണ് ഇവല്യൂഷണറി ഹിസ്റ്ററി ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആൻസർ ഏതാണ്, ആൻസർ ബി ആണ്, ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ. ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ എന്താണ്, ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ എന്തുകൊണ്ട് ബാക്കി ഓപ്ഷൻസ് എല്ലാം നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. നാച്ചുറൽ സെലക്ഷൻ ക്ലാസിഫിക്കേഷൻ means it is synonymous with phylogenetic classification but not always focus exclusively on evolutionary history. Natural classification agathe evolutionary history നോക്കുന്നുണ്ടെങ്കിലും എന്താണ് എക്സ്ക്ലൂസീവ്ലി evolutionary history ഡീൽ ചെയ്യുന്നതല്ല എന്ത്, നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ. അടുത്ത artificial classification. This system groups based on superficial characters rather than evolutionary history. ഓക്കെ, അപ്പോൾ സൂപ്പർഫിഷ്യൽ ക്യാരക്ടേഴ്സും ഡീൽ ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ, ഇവല്യൂഷണറി ഹിസ്റ്ററി ബേസ്ഡല്ല. ഡി, ഓപ്ഷൻ ഡി, ഫെനറ്റിക് ക്ലാസിഫിക്കേഷൻ. ഫെനറ്റിക് ക്ലാസിഫിക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് ആൻഡ് ഡസ് നോട്ട് നെസസറിലി റിഫ്ലക്ട് ഇവല്യൂഷണറി ഹിസ്റ്ററി. അപ്പോൾ മനസ്സിലായില്ലേ, അപ്പം ഈ 3 ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കണം. അതിൻ്റെ ഓപ്ഷൻസിൽ കൊടുത്തേക്കുന്ന ബാക്കി ക്ലാസിഫിക്കേഷനുകൾ പഠിക്കണം. ഈ ക്വസ്റ്റ്യൻ നേരെ തിരിഞ്ഞ് എന്താണ് ഇത് ആൻസറായിട്ട് വരുന്ന രീതിയിൽ ചോദിക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് പഠിക്കേണ്ടത്. ബാക്കി ഓപ്ഷനെ കുറിച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാന്നുള്ളതാണ് എപ്പോഴും നമ്മുടെ ലക്ഷ്യം. ബട്ട് എങ്കിലും മെയിൻ ആയിട്ടുള്ള പോയിന്റ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് എവല്യൂഷണറി ഹിസ്റ്ററി ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നത് ഏതാണ്, ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ. ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മോർഫോളജിക്കൽ ക്യാരക്ടർ യൂസ്ഡ് ഇൻ ടാക്സോണമി. ടാക്സോണമിയിലെ മോർഫോളജിക്കൽ ക്യാരക്ടറായിട്ട് ഉപയോഗിക്കുന്നത് ആരെയാണ്? അതായത് മോർഫോളജി ബേസ് ചെയ്ത് നമ്മൾ ടാക്സോണമി ചെയ്യുമല്ലോ. അപ്പം മോർഫോളജി ബേസ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോർഫോളജിക്കൽ ക്യാരക്ടർ DNA സീക്വൻസ് ആണോ, അതൊരു മോർഫോളജി ക്യാരക്ടറാണോ? മോർഫോളജി എന്ന് പറഞ്ഞാൽ നമുക്ക്
കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്. പിന്നെ ക്രോമസോം നമ്പർ ആണോ, അതോ ഷേപ്പ് ഓഫ് ദ ലീഫ് ആണോ, അതോ എൻസൈമിൻ്റെ ഫങ്ഷൻ ആണോ, ഏതാണ് മോർഫോളജിക്കൽ ക്യാരക്ടർ? ടാക്സോണമിയിൽ പല ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടാക്സോണമി ചെയ്യാം. അപ്പോൾ അതിനകത്ത് മോർഫോളജിക്കൽ ക്യാരക്ടർ ഇതിനകത്ത് താഴെ തന്നിട്ടുള്ള 4 ഓപ്ഷനുകളിൽ ഏതെന്നാണ് ചോദിക്കുന്നത് അല്ലേ. ഏതാണ്? DNA സീക്വൻസ്. ദിസ് ഈസ് എ മോളിക്കുലർ ക്യാരക്ടർ, മോർഫോളജിക്കൽ ക്യാരക്ടർ അല്ല അല്ലേ. മോളിക്കുലർ DNA സെല്ലിനകത്തുള്ള ഒരു സംഭവമാണ് DNA. അപ്പോൾ അത് മോളിക്കുലർ ലെവലിൽ വരുന്ന ക്യാരക്ടറാണ്. ക്രോമസോം നമ്പർ, ദിസ് ഈസ് എ സൈറ്റോളജിക്കൽ ക്യാരക്ടർ. അപ്പം ഓരോ ക്യാരക്ടറിൻ്റെ എക്സാമ്പിളും പറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ മോളിക്കുലർ ക്യാരക്ടർ, DNA സീക്വൻസ്, സൈറ്റോളജിക്കൽ ക്യാരക്ടർ. ഇമ്പോർട്ടൻസ് ഇൻ സൈറ്റോ ടാക്സോണമിയാണ് നമ്മുടെ ക്രോമസോം നമ്പർ. എൻസൈം ഫംഗ്ഷൻ ആണെങ്കിലോ ദിസ് ഈസ് എ ബയോകെമിക്കൽ ഓർ ഫിസിയോളജിക്കൽ ക്യാരക്ടർ, നോട്ട് എ മോർഫോളജിക്കൽ. മോർഫോളജിക്കൽ നമ്മൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു ക്യാരക്ടറാണ്. ഒരാളെക്കുറിച്ച് കാണുമ്പോൾ ഇയാൾ ഹൈറ്റ് ഉണ്ട്, ഹൈറ്റ് ഇല്ല, മുടിയുണ്ട്, മുടിയില്ല, അങ്ങനെ നമുക്ക് കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ കിട്ടുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പം ഇതിനകത്ത് ഏതാണ്? സുവോളജി റിലേറ്റഡ് അല്ല, ബട്ട് ലീഫ് ഷേപ്പിന് പകരം ഷേപ്പ്, ഹൈറ്റ് ഓഫ് എൻ ഓർഗാനിസം അല്ലെങ്കിൽ അങ്ങനെ ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലേ, അതാണ് ലീഫ് ഷേപ്പ്. ഈ ഓപ്ഷനുകളിൽ ഏതാണ് മോർഫോളജിക്കൽ ക്യാരക്ടറായിട്ട് പറയുന്നത്? ലീഫ് ഷേപ്പ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ കീമോടാക്സോണമി? അപ്പോൾ കീമോടാക്സോണമി എന്തിന് ബേസിസ് ചെയ്താണ്? നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞ ഓപ്ഷനുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. കീമോടാക്സോണമി എങ്ങനെ ഡീൽ ചെയ്തെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. നോക്കൂ, ഏത് ക്യാരക്ടറാണ് കീമോടാക്സോണമിയായിട്ട് റിലേറ്റഡ് അല്ലാത്തത്, റിലേറ്റഡ് ആയത്? ഏതാണ് കീമോടാക്സോണമി റിലേറ്റ് ആയത്? മോർഫോളജി ട്രേറ്റ് ആണോ, ബിഹേവിയർ ട്രേറ്റ് ആണോ, കെമിക്കൽ കോമ്പോസിഷൻ ആണോ, ജനറ്റിക് സീക്വൻസ് ആണോ? വളരെ സിമ്പിൾ. കീമോ എന്ന് പറയുമ്പോൾ നമുക്ക് കെമിക്കലാണെന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി, കെമിക്കൽ കോമ്പോസിഷൻ, റൈറ്റ്. മോർഫോളജി വരുന്നത് ഇറ്റ് ഈസ് എ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അപ്പോൾ അത് കെമിക്കൽ അല്ല. ബിഹേവിയർ എന്ന് പറയുമ്പം ബിഹേവിയർ ഓഫ് എൻ ഓർഗാനിസം ആണ്, എഗെയിൻ കെമിക്കൽ കോമ്പോസിഷനിലുള്ളതല്ല, കീമോടാക്സോണമിയിലല്ല. ജനറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ മോളിക്കുലർ ടാക്സോണമി വരുന്നതാണ്, മോളിക്കുലർ ടാക്സോണമി വരുന്നതാണ്. കീമോയിൽ വരുന്നത് കെമിക്കലുമായിട്ടുള്ള, കെമിസ്ട്രി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു എന്താണ് അല്ല ആ ടാക്സോണമിയിൽ, എന്താണ് മോളിക്കുലർ ടാക്സോണമി. സോ കീമോടാക്സോണമി റിലേറ്റ് ചെയ്ത് ആരേ ഉള്ളൂ? കെമിക്കൽ കോമ്പോസിഷൻ എന്നുള്ള ഒരു വളരെ സിമ്പിളായ ഓപ്ഷൻ, അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഓപ്ഷൻ അല്ല, റൈറ്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സൈറ്റോളജിക്കൽ ക്യാരക്ടർ യൂസ്ഡ് ഇൻ ടാക്സോണമി? ഏതാണ് താഴെ പറയുന്നതിൽ സൈറ്റോളജിക്കൽ ക്യാരക്ടർ? ഏതാണ്? എ ഫ്ലവർ കളറാണോ? അതായത് സെല്ലിൻ്റെ ക്യാരക്ടറാണ് സൈറ്റോളജിക്കൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ. അത് കുറച്ച് ബയോകെമിക്കൽ ലെവലിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്ന ക്യാരക്ടറാണ്. ഫ്ലവർ കളറാണ്. ഫ്ലവർ കളർ നമുക്ക് പറഞ്ഞു നേരത്തെ പഠിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റും എന്താണ്? മോർഫോളജി ബേസ് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് അല്ലേ ഫ്ലവർ കളർ. അപ്പോൾ ഫ്ലവർ കളർ മോർഫോളജിക്കൽ ക്യാരക്ടർ ആയിരിക്കണം. ക്രോമസോം നമ്പറാണോ? അതായത് ഒരു സെല്ലെടുത്തിട്ട് അതിനകത്തുള്ള ന്യൂക്ലിയസിനകത്തുള്ള ക്രോമസോമുകളെ നമ്മൾ കാരിയോടൈപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ക്രോമസോമിൻ്റെ സൈസും ഹൈറ്റും നമ്പറും ഒക്കെ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതൊരു സൈറ്റോളജിക്കൽ ക്യാരക്ടറാണോ? ബോഡി സൈസ് അതൊരു സൈറ്റോളജിക്കൽ ക്യാരക്ടറാണോ? ആൻഡ് ലീഫ് അറേഞ്ച്മെൻറ്റ് ഇതെല്ലാം എന്താണ്? മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സാണ്. വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും അല്ലേ. അപ്പം ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിന് എക്സാമ്പിളാണ്. മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിന് എക്സാമ്പിൾ. അപ്പോൾ സൈറ്റോളജിക്കൽ ക്യാരക്ടർ ഇതിനകത്ത് ഏതേ ഉള്ളൂ? ക്രോമസോം നമ്പറേ ഉള്ളൂ അല്ലേ. ക്രോമസോം നമ്പർ മാത്രമേ ഉള്ളൂ. ക്രോമസോം നമ്പർ സൈറ്റോളജിക്കൽ ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ ടാക്സോണമിയിൽ ഉപയോഗിക്കുന്ന പലതരം ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സൈറ്റോളജിക്കൽ ക്യാരക്ടർ, മോർഫോളജിക്കൽ ക്യാരക്ടർ. മോർഫോളജിക്കൽ ക്യാരക്ടർ എന്തൊക്കെയാണ്? അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ക്യാരക്ടേഴ്സ് അതൊക്കെയാണ് ഇതൊക്കെ അല്ലേ. കളറ്, സൈസ്, അറേഞ്ച്മെൻ്റ് ഒക്കെ. ഇത് ക്രോമസോം നമ്പർ എന്നത് എന്താണ്? സൈറ്റോളജിക്കൽ ക്യാരക്ടറാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിച്ച് ടാക്സോണമിക്കൽ കാറ്റഗറി directly ranks above genus?
അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചു, നമ്മൾ ടാക്സോണമിക്കൽ ഹൈറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷൻ എങ്ങനെ തുടങ്ങുക? കിങ്ഡത്തിന് മുന്നേ ഡൊമെയിൻ ഉണ്ടല്ലേ, ഡൊമെയിൻ കിങ്ഡം ക്ലാസ് ഓർഡർ ഫാമിലി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യും. അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രസൻറ്റേഷൻ വിൽ ബി ഡിസ്കസിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ചോദിക്കാറുണ്ട്. ഫാമിലി, ജീനസ്, സ്പീഷീസ്, ഇതല്ലേ ഓർഡർ. അപ്പോൾ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഏത് ടാക്സോണമിക് കാറ്റഗറിയാണ് ജീനസിന് തൊട്ട് മുകളിൽ വരുന്നത്? അല്ലേ, തൊട്ട് മുകളിൽ വരുന്നത്. അപ്പം ജീനസ് ഏതാണ്? ജീനസിന് തൊട്ട് മുകളിൽ വരുന്നത്, അതിൻ്റെ ഹയർ ലെവലിൽ തൊട്ട് മുന്നിൽ വരുന്ന ടാക്സോണമിക് കാറ്റഗറി ഏതാണ്? ഫാമിലി. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഫാമിലി, ഓർഡർ, സ്പീഷീസ്, ക്ലാസ്. ഡയറക്ട്ലി വിൽ ഗോ ടു ദ ഓപ്ഷൻ എ, ഫാമിലി. അതിനകത്ത് വേറെ കൺഫ്യൂഷനും ഇല്ല, സിമ്പിളാണ്. ഈ ഓർഡർ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്, ഈ ഓർഡർ അറിഞ്ഞിരിക്കണം അല്ലേ, ഫാമിലി. അപ്പം ബാക്കി എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഓർഡർ ദിസ് ഇസ് എ ഹയർ റാങ്ക് ദാൻ ഫാമിലി. ഫാമിലിൻ്റെ ജീനസിന് തൊട്ട് മുന്നേ ഉള്ള ടാക്സോണമിക് കാറ്റഗറി ഏതാണ്? ഡയറക്റ്റ്ലി റാങ്ക് അബവ് ജീനസാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അല്ലാതെ വെറുതെ എന്താണ് വിച്ച് ഈസ് ടാക്സോണമിക് കാറ്റഗറി അബവ് ജീനസ് ചോദിക്കുകയാണെങ്കിൽ എന്താണ്, ഈ ജീനസിന് മുന്നേ ഉള്ള ഇത് ഏതും ആവാം, അബവ് ആണ്, എബവ് ടാക്സോണമിക് റാങ്ക്. ജീനസിന് എബവ് ഉള്ള ടാക്സോണമിക് റാങ്കുകളാണല്ലോ. അപ്പോൾ ഡയറക്റ്റ്ലി റാങ്ക് അബവ് ജീനസ് എന്ന് പറയുമ്പോഴാണ് എന്തെടുക്കേണ്ടത്? ഫാമിലി എടുക്കേണ്ടത്. അതർ ഓപ്ഷൻസ് ഓർഡർ. അപ്പം ഓർഡർ അങ്ങനെയാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ റാങ്ക് ബിലോ ജീനസ് ആണ്, ജീനസിന് താഴെയുള്ള റാങ്കാണ് സ്പീഷീസ് അല്ലേ. ക്ലാസ് ആണെങ്കിലോ അതും ഈ പറഞ്ഞ പോലെ ഓർഡറിന് മുന്നേ ഉള്ള, ഓർഡറിന് തൊട്ട് ഹയർ ആയിട്ടുള്ള ടാക്സോണമി റാങ്കാണ് ഏത്? ക്ലാസ് അല്ലേ, ക്ലാസ്. അപ്പം ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ, ഫാമിലി. ക്ലിയർ അല്ലേ? അപ്പോൾ കിങ്ഡം, ഫൈലം, സോറി ഇവിടെ നമ്മൾ ഫൈലം വിട്ടുപോയല്ലേ, സോറി, ഇവിടെ ഫൈലം കൂടെ ഉണ്ട് കേട്ടോ. കിങ്ഡം, ഫൈലം, ഇങ്ങനെ ഓക്കെ, ഇങ്ങനെ പോകുന്നത്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. റൈറ്റ്, സിമ്പിൾ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Sorry. Which of the following is not a characteristics used to define a species? ഏതാണ് താഴെ പറഞ്ഞിരിക്കുന്നവയിൽ നിന്ന് എന്ത് സ്പീഷീസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കാത്ത? എന്താണ് സ്പീഷീസ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഏണസ്റ്റ് മേയർ പറഞ്ഞ സ്പീഷീസ് കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഏതാണ് സ്പീഷീസിനെ താഴെ പറഞ്ഞിരിക്കുന്നവയിൽ നിന്ന് ഡിസ്ക്രൈബ് ചെയ്യാത്തത്? താഴെ നിന്ന് ഡിസ്ക്രൈബ് സ്പീഷീസിനെ ഡിസ്ക്രൈബ് ആക്കാത്ത ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഓപ്ഷൻ എ? എന്താണ്? എബിലിറ്റി ടു ഇന്റർബ്രീഡ്. അത് സ്പീഷീസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണോ? മോർഫോളജിക്കൽ സിമിലാരിറ്റി, ജനറ്റിക് സിമിലാരിറ്റി, ആൻഡ് ഓപ്ഷൻ ഡി എബിലിറ്റി ടു ഫോട്ടോസിന്തസൈസ് അല്ലേ. ഇതിൽ ഏതൊക്കെ ഓപ്ഷനാണ് ഏത് ഓപ്ഷനാണ് സ്പീഷീസിനെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാത്തത്? അപ്പോൾ സ്പീഷീസിനെ കുറിച്ച് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിസംസ് വിച്ച് ക്യാൻ ഇന്റർബ്രീഡ് എമംഗ് ഈച്ച് അതർ ആണല്ലേ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ എന്താണ്? സ്പീഷീസിനെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡെഫിനേഷനിൽ വരുന്നതാണ് എന്ത്? എബിലിറ്റി ടു ഇന്റർബ്രീഡ് അല്ലേ. മോർഫോളജിക്കൽ സിമിലാരിറ്റി എന്നാണ്. മിക്കവാറും സ്പീഷീസുകൾ മോർഫോളജിക്കലി ഐഡൻറ്റിക്കലാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അതും സ്പീഷീസിനെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു ക്യാരക്ടറാണ് മോർഫോളജിക്കൽ സിമിലാരിറ്റി. ജനറ്റിക് സിമിലാരിറ്റി ആണെങ്കിലോ സെയിം സ്പീഷീസ് ആണെങ്കിൽ ജനറ്റിക് സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ആണ്. സിമിലർ ആയിരിക്കും ക്രോമോസോം നമ്പർ ആണെങ്കിലും ജീൻസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണെങ്കിലും സെയിം സ്പീഷീസ് ആണെങ്കിൽ അവർ തമ്മിലുള്ള സിമിലാരിറ്റി വളരെ കൂടുതൽ, ജനറ്റിക് സിമിലാരിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എയും ബിയും സിയും are the characteristics used for defining a species. It is the characteristics these are the characteristics used for
ഡിഫൈനിങ് സ്പീഷീസ്, സ്പീഷീസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്. അപ്പം അത് എന്തൊക്കെയാണ് സ്പീഷീസിനെ കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 ഓപ്ഷൻസും കൃത്യമായി അറിഞ്ഞിരിക്കാം അല്ലേ. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എങ്കിലും നമുക്ക് പറഞ്ഞു പോയേക്കാം അല്ലേ. ഫസ്റ്റ് ഓപ്ഷനായ എബിലിറ്റി ടു ഇൻ്റർബ്രീഡ് ഇസ് ദ കീ ക്രൈറ്റീരിയൻ ഫോർ ഡിഫൈനിങ് സ്പീഷീസ്. നമ്മൾ പറഞ്ഞ പോലെ സ്പീഷീസിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കീ ക്രൈറ്റീരിയ ആണ് എന്ത്? എബിലിറ്റി ടു ഇൻ്റർബ്രീഡ് അല്ലേ. അപ്പം ഓപ്ഷൻ ബി എന്താണ്? മോർഫോളജിക്കൽ സിമിലാരിറ്റി. അതും it is used to identify and classify species morphological character. Genetic similarity is also increasingly used in modern taxonomy. ഉപയോഗിക്കുന്ന സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മേജർ ആയിട്ടുള്ള ക്യാരക്ടറാണ് ജനറ്റിക് സിമിലാരിറ്റി അല്ലേ. മോഡേൺ ടാക്സോണമിയിൽ സ്പീഷീസ് ഐഡൻറ്റിഫിക്കേഷൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? ജനറ്റിക് സിമിലാരിറ്റി. ജനറ്റിക് സിമിലാരിറ്റി അല്ലേ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ബാക്കി ഏതൊക്കെയാണ് സ്പീഷീസിനെ ഡിഫൈൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സും കൂടെ പഠിച്ചല്ലോ ഇല്ലേ. അപ്പോൾ അതാണ് ഏണസ്റ്റ് മേയർ കണ്ടുപിടിച്ച സ്പീഷീസ് കോൺസെപ്റ്റിലെ മെയിൻ പോയിന്റ് എന്താണ്? ദ എബിലിറ്റി ടു ഇൻ്റർബ്രീഡ്. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വിച്ച് ഈസ് ദ മേജർ ക്രൈറ്റീരിയ വിച്ച് ഈസ് യൂസ് ടു ഡിഫൈൻ എ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഈ 3 കൊടുത്താലും എന്താണ്? ഇതാണ് അല്ലേ. ഇതാണ് മേജർ ക്രൈറ്റീരിയ അല്ലേ. ഏണസ്റ്റ് മേയറിൻ്റെ ഡെഫിനിഷനിൽ സ്പീഷീസ് കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാലും എന്താണ്? ഇൻ്റർബ്രീഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് എന്ത്? സെയിം ഹാബിറ്റാറ്റിൽ താമസിച്ച് ഇൻ്റർബ്രീഡ് ചെയ്യുന്ന ആൾക്കാരാണ് എന്ത്? സ്പീഷീസ് അല്ലേ. അതങ്ങനെയാണ് ഏണസ്റ്റ് മേയർ പറഞ്ഞത്. അപ്പം അത് ഓർത്തിരിക്കുക. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കിങ്ഡംസ് contain prokaryotic organisms? ഇതിൽ തന്നിരിക്കുന്നതിൽ എന്താണ് പ്രോകാരിയോട്ടിക് അല്ലേ? പ്രോകാരിയോട്ടിക് ആയിട്ടുള്ളത് ആരൊക്കെയാണെന്ന് പറയുമ്പം നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുമ്പോൾ തന്നെ പ്രോകാരിയോട്ടിക് ആയിട്ട് ഒരേ ഒരു കിങ്ഡമേ ഉള്ളൂ. അതേതാണ്? പ്രോകാരിയോട്ടിക് ആയിട്ട് ഒരു കിങ്ഡം, ബാക്കി എല്ലാവരും യൂകാരിയോട്ടിക് ആണ് അല്ലേ. യൂകാരിയോട്ടിക് ആണ് അല്ലേ. ഏതാണ്? കിങ്ഡം 5 കിങ്ഡത്തിൽ കിങ്ഡം മുനീറ മാത്രമാണ് പ്രോകാരിയോട്ടിക്. ബാക്കി പ്രോട്ടിസ്റ്റ, കിങ്ഡം പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമേലിയ, ഇവരെല്ലാവരും എന്താണ്? യൂകാരിയോട്ടിക് ആണ് അല്ലേ. യൂകാരിയോട്ടിക് പ്ലാന്റ് ആൻഡ് അനിമേലിയ അല്ലേ, യൂകാരിയോട്ടിക് ആണ്. അപ്പം ഒരൊറ്റ കിങ്ഡം മാത്രമേ 5 കിങ്ഡത്തിൽ ഒരൊറ്റ കിങ്ഡം മാത്രമേ എന്തായിട്ട് വരുന്നുള്ളൂ? പ്രോകാരിയോട്ടിക് എന്നുള്ളൊരു ഓപ്ഷനിൽ വരുന്നുള്ളൂ. അതെന്താണ്? കിങ്ഡം മുനീറ. ബാക്കി എല്ലാവരും എന്താണ്? യൂകാരിയോട്ടിക് ആണ് അല്ലേ. അപ്പോൾ കറക്റ്റ് ആൻസർ ഇതിനകത്ത് നിന്ന് വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഏതാണ് പ്രോകാരിയോട്ടിക് ഓർഗാനിസം മാത്രമുള്ള കിങ്ഡം മുനീറ. കറക്റ്റ് ആൻസർ ഈസ് കിങ്ഡം മുനീറ, ഓപ്ഷൻ സി. അപ്പോൾ എക്സ്പ്ലനേഷൻ ഓഫ് അതർ ഓപ്ഷൻസ് എന്താണ്? പ്രോട്ടീസ്റ്റ അല്ലാത്തൊരു കാര്യം എന്താണ്? ദേ കണ്ടെയ്ൻ യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് പ്രോട്ടീസ്റ്റ. അപ്പം ഓരോ കിങ്ഡത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കൂടി ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പോവാണ് അല്ലേ. പ്രോട്ടീസ്റ്റ എന്താണ്? യൂണിസെല്ലുലാർ ആയിട്ടുള്ള യൂകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് പ്രോട്ടീസ്റ്റ. ഫംഗൈ ആണെങ്കിലോ മൾട്ടി സെല്ലുലാർ യൂകാരിയോട്ട്സ് ആണ്. ആണ് ഫംഗൈ. പ്ലാന്റ് ആണെങ്കിലോ മൾട്ടി സെല്ലുലാർ ഓട്ടോട്രോഫിക് യൂകാരിയോട്ടാണ് എന്ത്? ഫംഗൈ അല്ല, പ്ലാന്റ്. അപ്പോൾ ഓപ്ഷൻ സി മുനീറയാണ്. മുനീറ എന്നാണ് എക്സ്ക്ലൂസീവ്ലി പ്രോകാരിയോട്ടാണ്, ബാക്കി എല്ലാവരും യൂകാരിയോട്ടിക് ആണ് അല്ലേ. പ്രോട്ടിസ്റ്റ് ആണെങ്കിലും യൂണിസെല്ലുലാർ യൂകാരിയോട്ട്. ഇത് അടുത്ത ക്വസ്റ്റ്യൻസ് അങ്ങനെ വരും. യൂണിസെല്ലുലാർ യൂകാരിയോട്ടായിട്ടുള്ള ഒരേ ഒരു കിങ്ഡമേ ഉള്ളൂ, അത് പ്രോട്ടിസ്റ്റ് ആണ്. ബാക്കി എല്ലാവരും മൾട്ടി സെല്ലുലാറാണ്. പ്രോട്ടിസ്റ്റ ഫംഗൈ ആകുമ്പോൾ മൾട്ടി സെല്ലുലാർ യൂകാരിയോട്ടാണ്. മൾട്ടി സെല്ലുലാർ തന്നെ, പക്ഷേ ഓട്ടോട്രോഫിക് ആകുമ്പോൾ അതെന്താവുന്നു? കിങ്ഡം പ്ലാന്റ് ആകുമ്പോൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് യൂസ്ഡ് ഫോർ ഡിഫൈനിങ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ക്ലാസിഫൈ ചെയ്യാൻ ഉപയോഗിച്ച ആ ക്യാരക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ക്യാരക്ടേഴ്സ് നമ്മൾ ടേബിളാണ് പഠിച്ചത്. ആ ടേബിൾ വളരെ വൃത്തിയായി ബൈ ഹാർട്ട് ചെയ്യുമ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ അതിനകത്ത് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ 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 ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഇവിടെ let's go to the next question.
The concept of species was first clearly defined by നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ അല്ലേ, ഇപ്പോൾ ഡിസ്കസ് ചെയ്യുള്ളൂ. സ്പീഷീസ് എന്നുള്ള കൺസെപ്റ്റ് ആരാണ് ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തതെന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. എന്താണ്, ആരാണ്? ദിസ് കൺസെപ്റ്റ് ഓഫ് സ്പീഷീസ് വാസ് ഫസ്റ്റ് ക്ലിയർലി ഡിഫൈൻഡ് ബൈ ചാൾസ് ഡാർവിൻ ആണോ, ഏണസ്റ്റ് മേയർ ആണോ, അതോ കാർൽ ലിനേഴ്സ് ആണോ, അതോ റോബർട്ട് വിറ്റാക്കർ ആണോ? അല്ലേ, ആരാണ്? നമ്മൾ പറഞ്ഞിരുന്നു ആരാണ്? ഏണസ്റ്റ് മേയർ ആണ് സ്പീഷീസ് കോൺസെപ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തത്. ദ കൺസെപ്റ്റ് സ്പീഷീസ് കോൺസെപ്റ്റ് എന്നുള്ള സംഭവമേ കൊണ്ടുവന്നത് ആരാണ്? ഏണസ്റ്റ് മേയർ ആണ്. ഏണസ്റ്റ് മേയർ അല്ലേ. അപ്പം എന്തുകൊണ്ട് ബാക്കി ഓപ്ഷൻസ് ആയില്ല എന്ന് നോക്കാം, എക്സ്പ്ലനേഷൻ നോക്കാം. ഓപ്ഷൻ എ ചാൾസ് ഡാർവിൻ, അത് നമ്മൾ പറഞ്ഞിരുന്നതാണ് ഇവല്യൂഷണറി തിയറി, നാച്ചുറൽ സെലക്ഷൻ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്, നോട്ട് ടു സ്പീഷീസ് സെലക്ഷൻ, സ്പീഷീസ് കോൺസെപ്റ്റ്, നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷൻ. അടുത്ത ഓപ്ഷൻ ബി ഓപ്ഷൻ സി കാർൽ ലിനേഴ്സ് ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ് എന്താണ് കരോളസ് ലിനിയേഴ്സ് കൊണ്ടുവന്നത്. ഡിഡ് നോട്ട് ഡിഫൈൻ സ്പീഷീസ് കോൺസെപ്റ്റ്, ബൈനോമിയൽ നോമൻ. റോബർട്ട് എച്ച് പിച്ചാറ്റർ നമ്മൾ ഓപ്ഷനിൽ ഡിസ്കസ് ചെയ്തു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, നോട്ട് സ്പീഷീസ് ഡെഫിനിഷൻ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഒരു 10-20 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ആ ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്ത് പോകുന്നതുകൊണ്ട് ബാക്കി ഒത്തിരി ക്വസ്റ്റ്യൻസ് അതിനെ ബേസ് ചെയ്ത് നമ്മൾ നേരത്തെ പഠിച്ചതിനെ ബേസ് ചെയ്തല്ല, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ബേസ് ചെയ്യുന്ന കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത്, ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക, അത് ഓർത്തിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ടോപ്പിക്സ് അതിൽ തന്നെ കവർ ചെയ്യും ഇഫ് യു സ്റ്റഡി ദ ഓപ്ഷൻസ് ഓൾസോ അല്ലേ. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് സ്പീഷീസ് കോൺസെപ്റ്റ് ആദ്യം കൊണ്ടുവന്നത് ആരാണ്? ഏണസ്റ്റ് മേയർ. ഇമ്പോർട്ടൻ്റ് ആട്ടോ. Honest Mayor, right? Honest Mayor. Okay, let's go to the next question. Which category of classification includes the greatest number of different organisms? ഏത് കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ ഓർഗാനിസംസിനെ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? ഓക്കെ, വിച്ച് കാറ്റഗറി ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻക്ലൂഡ്സ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ? ഏറ്റവും കൂടുതൽ ഓർഗാനിസംസ് വരുന്ന ആ ഹൈറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഓർഗാനിസംസ് ചെയ്യാനായിട്ടായിരിക്കും വരിക. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇതാണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ നമ്മൾ സ്പീഷീസ് ഏറ്റവും താഴത്തെ ടാക്സോണമി റാങ്ക് എടുത്തുമ്പോഴേക്കും എന്താണ് ഓർഗാനിസം നമ്മുടെ കയ്യിലുള്ള ഓർഗാനിസംസിൻ്റെ നമ്പർ കുറഞ്ഞു കുറയും. കാരണം മോർ സ്പെസിഫിക് ക്യാരക്ടേഴ്സ് ഇവിടെയാണ് വരുന്നത് അല്ലേ. മോർ സ്പെസിഫിക് ക്യാരക്ടേഴ്സ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്തുള്ള നമ്പർ ഓഫ് സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൽ നിന്ന് എന്തായിരിക്കും, ലെസ് ആയിരിക്കും അല്ലേ. കിങ്ഡം ആണെങ്കിലോ അതിനകത്തുള്ള പല ഫൈലങ്ങളിൽ തമ്മിലുള്ള സിമിലാരിറ്റികൾ കുറവായിരിക്കുന്നത് കൊണ്ട് എന്താണ് ഒത്തിരി ഓർഗാനിസംസ് അവിടെ വരും. അപ്പം മാക്സിമം നമ്പർ ഓഫ് ഓർഗാനിസം ഉള്ളത് അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ഉള്ള അതിനകത്തായിരിക്കും കിങ്ഡത്തിനായിരിക്കും. ഏറ്റവും കുറവ് ആർക്കായിരിക്കും, സ്പീഷീസ് ആയിരിക്കും. അപ്പം അതെല്ലാം ആൻസർ നമുക്ക് ഏതാണോ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് വേണം നമുക്ക് നോക്കാൻ. അത് താഴോട്ട് വരികയാണെങ്കിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള ടാക്സോണമി റാങ്കിലാണ് ഏറ്റവും കുറവ് നമ്പർ ഓഫ് സ്പീഷീസ് ഉള്ളതും ഏറ്റവും ഹയർ ടാക്സോണമി റാങ്കിലാണ് എന്ത് സിമിലാരിറ്റീസും കുറവാണ്, നമ്പർ ഓഫ് സ്പീഷീസ് കൂടുതൽ, നമ്പർ ഓഫ് ഓർഗാനിസംസ് കൂടുതലായിരിക്കും. ഇവിടെ സ്പീഷീസ് ലെവൽ എത്തുമ്പം സിമിലാരിറ്റീസ് ഏറ്റവും അവർ തമ്മിലുള്ള സിമിലാരിറ്റികൾ വളരെ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏതാണ് കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്? അതിനകത്ത് ജീനസ് ആണോ? ജീനസിൻ്റെ പൊസിഷൻ എവിടെയാണ്? ഇവിടെയാണ് ജീനസ്. ഫാമിലി ആണോ? യെസ്, ജീനസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ ഓർഗാനിസംസിനെ കവർ ചെയ്യുന്നത്. ഫൈലമാണ്. ഓക്കെ, ജീനസിനും ഫാമിലിയും കമ്പയർ ചെയ്യുമ്പോൾ ഫൈലം തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്പീഷീസിനെ കവർ ചെയ്യുന്നത്. സ്പീഷീസ് ആണോ? ഒരിക്കലും അല്ല. സ്പീഷീസാണ് ഏറ്റവും കുറവ് നമ്പർ ഓഫ് ആൾക്കാരുള്ളത്. പക്ഷേ അതിനകത്തായിരിക്കും ഏറ്റവും കൂടുതൽ സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ളത് ആർക്കായിരിക്കും? ലോവർ ടാക്സോണമിക് റാങ്കായ സ്പീഷീസിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായിട്ട് വരുന്നു? ഫൈലം. കിങ്ഡം എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കണം?
കിങ്ഡം ആയിരുന്നതിന് ആൻസർ അല്ലേ, കിങ്ഡം ആയിരുന്നതിന് ആൻസർ. അങ്ങനെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഏറ്റവും ഹയസ്റ്റ് ടാക്സോണമിക് റാങ്ക്, ഇതൊക്കെയാണ് ഹയസ്റ്റ് ടാക്സോണമിക് റാങ്ക്. ഏറ്റവും ഹയസ്റ്റ് ടാക്സോണമിക് റാങ്കിലാണ് എന്തുള്ളത്, മോർ നമ്പർ ഓഫ് സ്പീഷീസ് ബട്ട് ദേ ആർ ലെസ് സിമിലർ. മോർ നമ്പർ ഓഫ് സ്പീഷീസ് ആണെങ്കിൽ അവർ തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തായിരിക്കും, ഏറ്റവും കുറവായിരിക്കും. സിമിലാരിറ്റി ഏറ്റവും കുറവായിരിക്കും, റൈറ്റ്. അപ്പോൾ ആൻസർ എന്താണ്, ഫൈലമാണ്. എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെങ്കിൽ ജീനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡ്സ് ഫ്യൂവർ ഓർഗാനിസംസ് ദാൻ ഫാമിലി ഓർ ഫൈലം. ഞാൻ പറഞ്ഞതുപോലെ താഴോട്ട് പോകുന്നതോറും നമ്പർ ഓഫ് ഓർഗാനിസംസ് കുറഞ്ഞു പറയുന്നത്. ഇൻക്ലൂഡ്സ് ഫ്യൂവർ ഓർഗാനിസംസ് ദാൻ ഫാമിലി ഓർ ഫൈലം. ഫാമിലി ആണെങ്കിൽ ഇൻക്ലൂഡ്സ് മോർ ദാൻ ജീനസ് ബട്ട് ലെസ് ദാൻ ഫൈലം. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സ്പീഷീസ് എന്നാൽ ഇറ്റ് ഈസ് എ മോസ്റ്റ് സ്പെസിഫിക് കാറ്റഗറി കണ്ടെയ്നിങ് ദ ഫ്യൂവസ്റ്റ് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഓർഗാനിസം. ഏറ്റവും കുറവ് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ഉള്ള കാറ്റഗറിയാണ് സ്പീഷീസ്. ഇറ്റ് ഈസ് എ മോസ്റ്റ് സ്പെസിഫിക്. അവർ തമ്മിലുള്ള ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ സിമിലർ ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും, സ്പീഷീസിനായിരിക്കും അല്ലേ, ഏറ്റവും കൂടുതൽ സ്പീഷീസിനായിരിക്കും. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കിങ്ഡം ഇൻക്ലൂഡ് ഓർഗാനിസംസ് ദാറ്റ് ആർ പ്രൈമറിലി ഡീകമ്പോസേഴ്സ്? അതായത് എന്താണ്, ഓർഗാനിക് മെറ്റീരിയൽ ഫീഡ് ചെയ്ത് അത് എന്താണ് ഡെഡ് ഓർഗാനിക് മാറ്ററിൽ ജീവിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ഡീകമ്പോസേഴ്സ്. അവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ മെയിൻലി ഡീകമ്പോസേഴ്സ് ആയിരിക്കും. പ്രൈമർലി ഡീകമ്പോസേഴ്സ് ആണ്. ഓക്കെ, അത് വളരെ നമ്മൾ ആ ക്യാരക്ടേഴ്സ് പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്കത് കിട്ടുന്നതാണ്. എന്താണ്, പ്ലാന്റ് ആണോ, അല്ല, പ്രൈമറി ഡീകമ്പോ ഒരു ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് ആണ് അല്ലേ. പ്രോട്ടീസ്റ്റ് ആണോ, അല്ല. മൊണീറയാണോ, അല്ല. ഫംഗയാണോ, അതെ, ഫംഗയാണ് ആൻസർ. ദേ ആർ പ്രൈമറിലി ഡീകമ്പോസേഴ്സ് ആണ്. അപ്പം പ്ലാന്റ് ഏതാണ്, ദേ ആർ ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് ആണ്. അത് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് കേട്ടോ. പ്രോട്ടിസ്റ്റ് ആണെങ്കിൽ യൂണിസെല്ലുലാർ ആണ്, അവർ പ്രൈമറി ഡീകമ്പോസേഴ്സ് അല്ല. മൊണീറ ആണെങ്കിലോ ബാക്ടീരിയകളുണ്ട്, ആ ബാക്ടീരിയകൾ ചിലതൊക്കെ ഡീകമ്പോസേഴ്സ് ആണെങ്കിലും നോട്ട് പ്രൈമറി ഡീകമ്പോസേഴ്സ്. അവരുടെ എക്സ്ക്ലൂസീവ് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഡീകമ്പോസിഷൻ വഴിയല്ല. മനസ്സിലായില്ലേ, കിങ്ഡം മൊണീറ. അപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ട് ഫംഗൈ നമ്മൾ സെലക്ട് ചെയ്തൊന്നും ബാക്കിയെല്ലാം പ്രൈമറിലി ഡീകമ്പോസേഴ്സ് എന്നുള്ളൊരു കാറ്റഗറിയിൽ വരുന്നതല്ല. അതിനകത്തുള്ള ചില ആൾക്കാർ ഡീകമ്പോസിങ്ങിന് ഹെൽപ്പ് ചെയ്യെങ്കിലും ഇതിൻ്റെ ഒള്ളി മെത്തേഡ് പ്രൈമറി ആയിട്ട് ഫംഗൈ എങ്ങനെ ന്യൂട്രീഷൻ ചെയ്യുന്നത് ഡീകമ്പോസിങ് വഴിയാണ്, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് കിങ്ഡം ഇൻക്ലൂഡ്സ് ബോത്ത് ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ്? ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഹെറ്ററോട്രോഫിക്, ഒരു മിക്സ് ആയിട്ടുള്ള ഫൈലം ഏതാണ്, കിങ്ഡം ഏതാണ്? ബോത്ത് ഓട്ടോ ആൻഡ് ഹെറ്ററോ, ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള കിങ്ഡം ഏതാണ്? ബോത്ത് ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക്. പ്ലാന്റ് ആണോ, അല്ല, അവർ എക്സ്ക്ലൂസീവ്ലി ഓട്ടോട്രോഫിക് ആണ്. ഫംഗയാണോ, അല്ല, അവരും എക്സ്ക്ലൂസീവ്ലി ഹെറ്ററോട്രോഫിക് ആണ്. ഓക്കെ, അനിമലിയാണോ, അവരും ഹെറ്ററോട്രോഫിക് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ രണ്ടുപേരും വരുന്ന ഓപ്ഷൻ ഏതാണ്? കിങ്ഡം മൊണീറയാണ് അല്ലേ, കിങ്ഡം മൊണീറ. അപ്പോൾ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. പ്ലാന്റ് ഞാൻ പറഞ്ഞത് എന്താണ്, പ്രൈമർലി ഓട്ടോട്രോഫിക്കുമാണ്, ഫോട്ടോസിന്തറ്റിക്കലി ഓട്ടോട്രോഫിക് ആണല്ലേ, ഫോട്ടോസിന്തറ്റിക് ആൻഡ് ഓട്ടോട്രോഫിക് അല്ലേ. അടുത്ത ഫംഗൈ ആണെങ്കിലോ ദി ആർ പ്രൈമർലി ഹെറ്ററോട്രോഫിക് ആണ്. ഇങ്ങനെയാണ് ഡീകമ്പോസിഷൻ, ഹെറ്ററോട്രോഫിക് ഡീകമ്പോസേഴ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറയുമ്പോൾ തന്നെ ഫംഗൈ നമ്മൾ എലിമിനേറ്റ് ചെയ്യും അല്ലേ, ഫംഗൈ എലിമിനേറ്റ് ചെയ്യും. അനിമേലിയാണ്, ദേ ആർ ഓൾ എക്സ്ക്ലൂസീവ്, ഒരാൾ പോലും ഓട്ടോട്രോഫിക് ആയിട്ടുള്ള അനിമേലിയിലില്ല, അവർ എല്ലാവരും ഹെറ്ററോട്രോഫിക് ആണ്. അപ്പം ബോത്ത് വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? മൊണീറ മാത്രമേ ഉള്ളൂ, കിങ്ഡം മൊണീറ
is the correct answer among the 4 options here, right? Because they include both autotrophic and heterotrophic mode of nutrition. Okay, which of the following is a tool used for identifying unknown species based on a series of choices? Which of the following is tool are used for identifying unknown species based on a series of choices? അതായത് ഒരുപാട് ചോയ്സുകൾ ഇങ്ങനെ കൊടുത്തു കൊടുത്തത് എസ് നോ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ എസ് ആണെങ്കിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സ്, നോ ആണെങ്കിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സാണ്, നോ പറഞ്ഞ് അവസാനം ആ സ്പീഷീസ് ഏത് സ്പീഷീസുമായിട്ടാണ് ഇവർ സിമിലർ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന എന്താണ് ടേം ഏതാണ്? Which of the following is a tool used for ഇത് ടാക്സോണമി കീയിൽ വരുന്ന ഒരു പോർഷനാണ് അല്ലേ, ടാക്സോണമി കീയിൽ വരുന്നതാണ്. സീരീസ് ഓഫ് ചോയ്സുകളെ ബേസ് ചെയ്ത് നമ്മൾ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്ന ടാക്സോണമി ചെയ്യുന്ന ഒരു കറക്റ്റ് ഡെഫിനിഷനാണത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുള്ള ഓപ്ഷൻസ് അതിനേക്കാളും എന്താണ് ഈസിയാണ്. നോക്കൂ, ക്ലാഡോഗ്രാം അല്ല, ഫൈലോജനൻ്റെ ട്രീയോ അല്ല, അത് ആദ്യം തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇത് തന്നെ എന്താണ് ടാക്സോണമി കീഴിൽ വരുന്നതാണ്. ഇനി അകപ്പാട് നമുക്ക് എന്താണ് കൺഫ്യൂഷൻ തോന്നുന്ന ആറ് തമ്മിലായിരിക്കും, ടാക്സോണമി കീയും ഡൈക്കോട്ടമസ് മാപ്പും തമ്മിലായിരിക്കും അല്ലേ. കാരണം ഡൈക്കോട്ടമസ് കീ എന്ന് പറയുന്നത് ടാക്സോണമി കീയിൽ ഒരു ടൈപ്പാണ്, പക്ഷേ കീ അല്ലല്ലോ കൊടുത്തേക്കുന്നത്. എന്താണ് ഡൈക്കോട്ടമസ് മാപ്പ് നമ്മളെ കൺഫ്യൂസ് ആക്കാൻ ഒരു സാധനം കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിനകത്തുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്താണ് ടാക്സോണമി കീ. ബട്ട് ഇതിനകത്ത് ഡൈക്കോട്ടമസ് കീ എന്നുണ്ടായിരുന്നെങ്കിൽ അതായിരിക്കും നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. ബിക്കോസ് ബേസ്ഡ് ഓൺ എ സീരീസ് ഓഫ് ചോയ്സിൽ എന്നിട്ട് 2 ചോയ്സിലാണ് ഡൈക്കോട്ടമസ് കീയിൽ കൊടുത്തേക്കുന്നത് അല്ലേ. ബേസ്ഡ് ഓൺ 2 യെസ് നോ, യെസ് ആണെങ്കിൽ ഏത് ക്യാരക്ടേഴ്സ് അങ്ങനെ 2 ഓപ്ഷൻസിനെ ബേസ് ചെയ്ത് കൊടുക്കുന്ന ഡൈക്കോട്ടമസ് കീ റൈറ്റ്. അപ്പോൾ എന്തുകൊണ്ട് ബാക്കി ഓപ്ഷൻസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമുകൾ വരുന്നതാണ് ബാക്കി ഓപ്ഷൻസ്, അത് നമ്മൾ നോക്കിയിരിക്കണം. ക്ലാഡോഗ്രാം, ഇറ്റ് ഈസ് എ ഡയഗ്രാം യൂസ്ഡ് ടു ഷോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പീഷീസ്, നോട്ട് സ്പെസിഫിക്കലി ഫോർ ഐഡൻറ്റിഫിക്കേഷൻ. എന്താണ് ക്ലാഡോഗ്രാം എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ്, സ്പീഷീസിന് റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡയഗ്രാമാണ് ക്ലാഡോഗ്രാം. എ ഡയഗ്രാം യൂസ്ഡ് ടു ഷോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പീഷീസ്. Used to show relationship between species and the cladogram. Cladogram is a diagram used to show relationship between species. അല്ലാതെ ഐഡൻറ്റിഫിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു ടൂളല്ല ക്ലാഡോഗ്രാം. ഫൈലോജനറി ട്രീ ആണെങ്കിലോ ഇതും ക്ലാഡോഗ്രാമിനെ പോലെ തന്നെ ഇവല്യൂഷൻ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എന്താണ് ട്രീ ആണ് ഫൈലോജനറി ട്രീ. അതായത് അതിനകത്ത് ഓർഗാനിസത്തിനെ പ്ലേസ് ചെയ്യുമ്പോൾ അവർ നമ്മൾ ഇവല്യൂഷൻ റിലേഷൻഷിപ്പ് നമുക്ക് മനസ്സിലാവും. അതങ്ങനെയാണ് ഫൈലോജനറി ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡൈക്കോട്ടമസ് മാപ്പ്, ദ ടേമും തെറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ ഡൈക്കോട്ടമസ് കീ എന്നായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. ഡൈക്കോട്ടമസ് കീ ഈസ് കറക്റ്റ് ടൈം വിച്ച് ഇസ് സിമിലർ ടു ദാറ്റ് ഓഫ് ടാക്സോണമി കീ. ടാക്സോണമി കീയിൽ ഡൈക്കോട്ടമി കീ എന്ന് പറഞ്ഞാൽ 2 ഓപ്ഷനുകളും കൂടെ ഒരു അർത്ഥം കൂടി വരുന്നുണ്ട് അല്ലേ. 2 ഓപ്ഷനും കൂടി വരുന്നത് ബേസ്ഡ് ഓൺ എ സീരീസ് ഓഫ് ചോയ്സസ് മാത്രമേ കൊടുത്തുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ടാക്സോണമി കീ തന്നെ ആയിരുന്നു. എന്നാൽ ടാക്സോണമി കീയിൽ വരാൻ ഡൈക്കോട്ടമസ് കീ എന്ന് കൊടുത്തിരുന്നെങ്കിൽ വി വുഡ് ഹാവ് ചൂസൻ ഡൈക്കോട്ടമസ് കീ. Dichotomous key. Actually, dichotomous key and taxonomic key are both correct answer, but നമുക്ക് കൺഫ്യൂസ് ചെയ്യാൻ dichotomous key അല്ല ഇവിടെ കൊടുത്തത്, dichotomous map ആണ് കൊടുത്തേക്കുന്നത് അല്ലേ. അങ്ങനെ നമ്മൾ ബാക്കി എല്ലാ ഓപ്ഷൻസുകളും എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പഠിക്കേണ്ടത് ക്ലാഡോഗ്രാം എന്താണെന്ന് പഠിച്ചു അല്ലേ. ഇറ്റ്സ് എ ഡയഗ്രാം യൂസ് ടു ഷോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പീഷീസ്. ഫൈലോജനറി ട്രീ എന്താണെന്ന് പഠിച്ചു. ഇറ്റ് ഓൾസോ ഷോസ് എവല്യൂഷൻ റിലേഷൻഷിപ്പ് സിമിലർ ടു ദാറ്റ് ഓഫ് ക്ലാഡോഗ്രാം. ആൻഡ് ഡൈക്കോട്ടമസ് മാപ്പ് എന്നൊരു ടേം തന്നെ തെറ്റാണ്. ഡൈക്കോട്ടമസ് കീ ആണ് കറക്റ്റ് ടേം. ഡൈക്കോട്ടമസ് കീ ആണ് കറക്റ്റ് ടേം, റൈറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് ബ്രാഞ്ച് ഓഫ് ടാക്സോണമി യൂസസ് കെമിക്കൽ കോമ്പോസിഷൻ ടു ക്ലാസിഫൈ ഓർഗാനിസം? കെമിക്കൽ ആ ഓർഗാനിസം കെമിക്കൽ കോമ്പോസിഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത് നോക്കാം. കെമിക്കൽ കോമ്പോസിഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ദ കറക്റ്റ് ആൻസർ എന്താണ്?
നോക്കാം. കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ തന്നെ വളരെ നമുക്ക് സിമ്പിളായിട്ടൊരു ക്ലൂ തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുക്കുന്നുണ്ടല്ലേ. സൈറ്റോ അല്ല, അത് സെല്ലുലാർ സെല്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ക്രോമോസോം നമ്പർ നിങ്ങൾ പറഞ്ഞില്ലേ. മോളിക്യുലർ ടാക്സോണമി, മോളിക്യുലർ ടാക്സോണമി ആണോ അല്ലാതെ DNA കോമ്പോസിഷനും അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് മോളിക്യുലർ ടാക്സോണമി അല്ലേ. കീമോ ടാക്സോണമി, യെസ്, ദ കെമിക്കൽ കോമ്പോസിഷൻ കീമോ റിലേറ്റഡ് ആണ്. ഇത് തന്നെ ആയിരിക്കണം ആൻസർ. എന്നാലും നമുക്ക് ന്യൂമറിക്കൽ ടാക്സോണമി എന്താണെന്ന് നോക്കാം. അതെന്ന് നമ്മൾ നമ്പർ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്ന ന്യൂമറിക്കൽ ടാക്സോണമി. അങ്ങനെയാണെങ്കിൽ കെമിക്കൽ കോമ്പോസിഷൻ ഉപയോഗിച്ച് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുക. ടാക്സോണമിയിൽ കെമിക്കൽ കോമ്പോസിഷൻ ഉപയോഗിച്ച് ക്ലാസിഫൈ ചെയ്യുന്ന ഫീൽഡ് എന്താണ്? കീമോ ടാക്സോണമി. കീമോ ടാക്സോണമി അല്ലേ. അപ്പോൾ ബാക്കി ഓപ്ഷൻസ് കൂടെ ഡിസ്കസ് ചെയ്താലോ നമുക്ക്. ഫസ്റ്റ് ഓപ്ഷനായ സൈറ്റോ ടാക്സോണമി, അത് നമ്മൾ പറഞ്ഞില്ലേ, ദിസ് ഇൻവോൾവ്സ് ദ സ്റ്റഡി ഓഫ് ക്രോമോസോം നമ്പർ എന്നൊക്കെ പറഞ്ഞ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ സ്റ്റഡി ഓഫ് ക്രോമോസോംസ് ടു ക്ലാസിഫൈ ഓർഗാനിസംസ് ആണ് സൈറ്റോ ടാക്സോണമി. ഇനി മോളിക്കുലർ ടാക്സോണമി ആണെങ്കിലോ, ദിസ് യൂസസ് DNA, RNA ആൻഡ് പ്രോട്ടീൻ സീക്വൻസസ് ടു ക്ലാസിഫൈ ഓർഗാനിസംസ് അല്ലേ. അത് കുറച്ചുകൂടി മോളിക്കുലർ ലെവലിൽ സീക്വൻസിങ്ങും കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യുന്നതാണ് മോളിക്കുലർ ടാക്സോണമിയിൽ വരുന്നത് അല്ലേ. ന്യൂമറിക്കൽ ടാക്സോണമി ആണെങ്കിലോ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ടു ക്ലാസിഫൈ ബേസ്ഡ് ഓൺ ലാർജ് നമ്പർ. ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് മാത്തമാറ്റിക്കൽ പ്രോഗ്രാമിംഗ് വഴി എത്ര ക്യാരക്ടേഴ്സ് സിമിലർ ആണ്, എത്ര ക്യാരക്ടർ ഡിഫറെൻ്റ് ആണെന്ന് ബേസ് ചെയ്ത് ഓർഗാനിസത്തിനെ സിമിലർ സ്പീഷീസായിട്ടും ഡിഫറെൻറ്റ് സ്പീഷീസുമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന ഒരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഫീൽഡാണ് ന്യൂമറിക്കൽ ടാക്സോണമി. ഓക്കെ, സോ സൈറ്റോ ടാക്സോണമി എന്ന് പറയുന്നതാണ് സ്റ്റഡി ഓഫ് ക്രോമോസോംസ് ആണ്. ക്രോമോസോം നമ്പറുകൾക്ക് നമ്പർ ഓഫ് ക്രോമോസോംസ് ലൈക്ക് കാരിയോ ടൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ഫീൽഡാണ് എന്ത്? സൈറ്റോ ടാക്സോണമി. സൈറ്റോ ടാക്സോണമി. മോളിക്കുലർ ടാക്സോണമി ആണെങ്കിലും ആ സെല്ലിൻ്റെ മോളിക്കുലർ ലെവലിൽ നമ്മൾ ഇറങ്ങിച്ചെന്ന് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിൻ്റെ സിമിലാരിറ്റീനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നത് ലൈക്ക് DNA, RNA ആൻഡ് പ്രോട്ടീൻ സീക്വൻസസ്. അതാണ് മോളിക്കുലർ ടാക്സോണമി. ന്യൂമറിക്കൽ ടാക്സോണമി ആണെങ്കിലോ ദിസ് യൂസസ് മാത്തമാറ്റിക്കൽ ടെക്നിക്സ്. അതായത് നമ്മൾ സെയിം ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ എത്ര സിമിലർ ക്യാരക്ടേഴ്സ് ഉണ്ട്, എത്ര ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് എന്നുള്ള ബേസിൽ നമ്മൾ വെയിറ്റേജ് കൊടുക്കും. വെയിറ്റേജ് കൊടുത്തിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ സ്പീഷീസ് ആയിട്ട് ഈ വെയിറ്റേജിന് അബവ് വരണമെങ്കിൽ ഒരു സിമിലർ സ്പീഷീസ് എന്നും, ഇത്രയും ആണെങ്കിൽ ഡിഫറെൻറ്റ് സ്പീഷീസ് എന്നും, ഇത്രയും ഡിഫറെൻ്റ് ആണെങ്കിൽ അത് വേറെ ഫാമിലിയാണ്. അങ്ങനെ പ്രോഗ്രാമിംഗ് ബേസ് ചെയ്തിട്ടാണ് ന്യൂമറിക്കൽ ടാക്സോണമി എന്ത് ചെയ്യുക? ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുക. റൈറ്റ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്താണ്? കെമിക്കൽ കോമ്പോസിഷനുമായിട്ട് റിലേറ്റഡ് ആയാണ് കീമോ ടാക്സോണമി. കറക്റ്റ് ഓപ്ഷൻ ഈസ് കീമോ ടാക്സോണമി. കീമോ ടാക്സോണമി അല്ലേ. കീമോ ടാക്സോണമി. Okay, let's go to the next question. What is the primary purpose of curating a herbarium sheet? Herbarium നമ്മൾ പഠിച്ചില്ലേ? herbarium അല്ലേ. നമ്മളെ ടാക്സോണമിക്കകത്ത് വരുന്ന ഒരു അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ, ടാക്സോണമിക്കകത്ത് വരുന്ന ഒരു സബ് പാർട്ടാണ്. അതായത് പ്രിസർവേഷൻ അല്ലേ. പ്രിസർവേഷൻ എന്ന് പറയുന്നതിനകത്ത് വരുന്നതാണ് ഹെർബേറിയം അല്ലേ. ഹെർബേറിയം. അപ്പോൾ എന്താണ് പ്രിസർവേഷൻ വരുന്ന ടാക്സോണമി ക്ലാസിഫിക്കേഷനിൽ വരുന്നൊരു ടൂളാണ് ഹെർബേറിയം പ്രിപ്പറേഷൻ. അപ്പോൾ എന്താണ് ഹെർബേറിയത്തിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? പ്രൈമറി പർപ്പസ് എന്താണ് ചോദ്യം. ടു കാറ്റലോഗ് ദ സ്പെസിമെൻ ജിയോഗ്രഫിക്കലൊക്കെ, ഒരു സ്പെസിമെൻ്റെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ മനസ്സിലാക്കുകയാണോ ഹെർബേറിയം പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം? അതോ ടു പ്രൊവൈഡ് എ പെർമനൻറ്റ് റെക്കോർഡ് ഓഫ് പ്ലാന്റ് സ്പെസിസ്. ഒരു പ്ലാന്റ് സ്പെസിനെ കുറിച്ചുള്ള എല്ലാ റെക്കോർഡുകളും വരുന്ന ഒരു ഇതാണോ ഹെർബേറിയം? ഒരു ടൂളാണോ? ടാക്സോണമി ടൂളാണോ ഹെർബേറിയം? ടു അനലൈസ് ദ സ്പെസിമെൻസ് ജനറ്റിക് മെറ്റീരിയൽ അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണോ ഹെർബേറിയം? അല്ലെങ്കിൽ ടു പ്രിപ്പയർ സ്പെസിമെൻസ് ഫോർ കെമിക്കൽ അനാലിസിസ്? ഇതിലേതാണ് ഹെർബേറിയവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്? വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. പ്ലാന്റ് സ്പെസിമെനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും, അത് എവിടെ ഒറിജിനേറ്റ് ചെയ്തു, ഇത് എവിടെ നിന്നാണ് കണ്ടുപിടിച്ചത്, ഏത് ഫാമിലി, ജീനസ്, ഓർഡർ, ഫാമിലി എല്ലാം കണ്ടുപിടിച്ച് നമ്മൾ സൂക്ഷിക്കുന്ന ഒരു റെക്കോർഡാണെന്ത്? ഹെർബേറിയം. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി, ഇറ്റ് പ്രൊവൈഡ് എ പെർമനൻറ്റ് റെക്കോർഡ് ഓഫ് പ്ലാന്റ് സ്പെസിമെൻസ്.
ഒരു ഓർഗാനിസം ഒരു പ്ലാന്റ് സ്പെസിനെ കുറിച്ചുള്ള എല്ലാ റെക്കോർഡും തരുന്ന ഒരു ടാക്സോണമിക് ടൂളാണ് എന്ത് ഹെർബേറിയംസ്. അപ്പോൾ ബാക്കി എന്താ നോക്കാം, കാറ്റലോഗിങ് സ്പെസിഫിക് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ. ബട്ട് അതല്ല, ജോഗ്രഫി ലൊക്കേഷനൊക്കെ അതിന് അറിയാൻ പറ്റും. ബട്ട് അതല്ല നമ്മുടെ ഹെർബേറിയത്തിൻ്റെ പ്രൈമറി ബെസ്റ്റ് ഓപ്ഷൻ അതല്ല. അനലൈസ് സ്പെസിമെൻസ് ജനറ്റിക് മെറ്റീരിയൽ, അതൊന്നും ഹെർബേറിയത്തിൽ വരുന്ന ഓപ്ഷൻസ് അല്ല. ബിക്കോസ് ഹെർബേറിയം ബേസ് ചെയ്ത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ പോകുമ്പോൾ ജനറ്റിക് മെറ്റീരിയലൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ അതല്ല ഹെർബേറിയത്തിൻ്റെ മെയിൻ പർപ്പസ്. പ്രിപ്പയർ സ്പെസിമെൻസ് ഫോർ, അതല്ല മെയിൻ പർപ്പസ്. ഹെർബേറിയം ഉണ്ടാക്കുന്നതിൽ നമുക്ക് ഈ ഒരു ഇൻഫർമേഷനൊക്കെ നമുക്ക് പതുക്കെ അങ്ങോട്ട് പോകാമെങ്കിലും അതല്ല. അപ്പം ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഇവിടെ നോക്കുന്നത്. എന്താണ്? പെർമനൻറ്റ് റെക്കോർഡ് ഓഫ് പ്ലാന്റ് സ്പെസിമെൻ. ഹെർബേറിയം പെർമനൻറ്റ് റെക്കോർഡ് ഓഫ് പ്ലാന്റ് സ്പെസിമെൻസ് അല്ലേ? പെർമനൻറ്റ് റെക്കോർഡ് ഓഫ് പ്ലാന്റ് സ്പെസിമെൻസ്. റൈറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ സ്റ്റെപ്പ് ഇൻ ദ ടാക്സോണമിക് ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സ് അല്ലേ? ടാക്സോണമി ചെയ്യുന്നത് പല സ്റ്റെപ്പിലാണ്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് ഐഡൻറ്റിഫിക്കേഷനിൽ വരുന്നത് ആരൊക്കെയാണെന്ന് ചോദിക്കുന്നത് അല്ലേ? ഐഡൻറ്റിഫിക്കേഷൻ എന്ന സ്റ്റെപ്പിൽ വരുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ്. ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസ്. അപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന കീ സ്റ്റെപ്പുകളിൽ ഏതാണ് കീ സ്റ്റെപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ സീക്വൻസിങ് DNA സീക്വൻസ് ചെയ്യുന്നത് വഴിയാണോ നമ്മൾ ഓർഗാനിസം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഓർഗാനിസിനെ കാണുമ്പോൾ തന്നെ എടുത്ത് സീക്വൻസ് ചെയ്യാൻ തുടങ്ങുമോ? അതോ ഫസ്റ്റ് കളക്ട് ചെയ്യുകയാണോ ചെയ്യുന്നത്? ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് കളക്ഷനാണോ? അടുത്ത് മെഷറിങ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ, അതോ ആ ചുറ്റുപാടുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് മെഷർ ചെയ്യുകയാണോ? അതോ ഡിറ്റർമിനിങ് ദ ഹാബിറ്റാറ്റ് റേഞ്ച് ആണോ? ഏതാണ്? വളരെ കൺഫ്യൂഷൻ ഇല്ലാത്തൊരു ഓപ്ഷൻ തന്നെയാണ് കളക്ടിങ് സ്പെസിമെൻസ് അല്ലേ? സീക്വൻസിങ് DNA എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് മോളിക്കുലർ ടാക്സോണമിയാണ് അല്ലേ? സീക്വൻസിങ് ഒക്കെ മോളിക്കുലർ ടാക്സോണമി വരുന്നതാണ് അല്ലേ? അല്ലാതെ ഐഡൻറ്റിഫിക്കേഷനിൽ വരുന്നതല്ല. മെഷറിങ് എൻവയോൺമെൻറ്റ് കണ്ടീഷൻ ഇക്കോളജിക്കൽ സ്റ്റഡീസിൽ വരുന്നത്, അതായത് അതും ടാക്സോണമിക്കൽ ഐഡൻറ്റിഫിക്കേഷനിൽ വരുന്നതല്ല. ഹാബിറ്റാറ്റ് റേഞ്ചും നോട്ട് എ ഡയറക്റ്റ് സ്റ്റെപ്പ് ഇൻ ഐഡൻറ്റിഫിക്കേഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏതാണ് കറക്റ്റ് ആൻസർ? കളക്ടിങ് സ്പെസിഫൈ. അപ്പോൾ ടാക്സോണമിക് ഐഡൻറ്റിഫിക്കേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ എന്താണ്? കളക്ഷൻ അല്ലേ? ഐഡൻറ്റിഫിക്കേഷൻ്റെ ഫസ്റ്റ് കളക്ഷൻ. അപ്പം ആൻസർ ഈസ് ഓപ്ഷൻ ബി. Answer is option B. Right? Next question. Which code governs the nomenclature of animals? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. ഏതാണ് നോമൻക്ലേച്ചർ ആയിട്ട് എന്താ റിലേറ്റഡ് നോമൻക്ലേച്ചർ ഓഫ് ആനിമൽസുമായിട്ടുള്ള കറക്റ്റ് എക്സ്പ്ലനേഷൻ ഏതാണെന്നാണ് നോക്കുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് ഫുൾ ഫോം ഏതാണെന്ന് നോക്കുന്നത് അല്ലേ? ICBN നോമൻക്ലേച്ചർ ഓഫ് ആനിമൽസ് ആണേ, അതുകൊണ്ട് തന്നെ ICBN നമുക്ക് ഒഴിവാക്കാം. ദേ ആർ ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. അടുത്തെന്താണ്? ICZN ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ. ഇത്രയും ഈസി ആയിട്ട് ഓപ്ഷൻ വരണം എന്നില്ല. അവർക്ക് ICBN, ICZN, ICPN, അങ്ങനെ BN ഒക്കെ കൊടുക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അത് മാത്രം കൊടുത്ത് നമുക്ക് അതിൻ്റെ ഫുൾ ഫോം അറിയുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ICPN എന്താണ്? ഫൈറ്റോ പാത്തോളജിക്കൽ നോമൻക്ലേച്ചർ. അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, ICZN തന്നിട്ട് ഏതാണ് ബിലോയിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് കറക്റ്റായിട്ട് അതിൻ്റെ ഫുൾ ഫോം എന്ന് ചോദിക്കാം. ICZN അത് ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ പഠിച്ചിരിക്കുക, ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ പഠിക്കുക. ICBN ഇതെന്താ? ബാക്ടീരിയോളജിക്കൽ നോമൻക്ലേച്ചർ പഠിച്ചിരിക്കും. ഓക്കെ. അപ്പോൾ അനിമൽസിനെ കറക്റ്റായിട്ട് നോമൻക്ലേച്ചർ ചെയ്യുന്ന ആ ഒരു ഇതിൻ്റെ പേരെന്താണ്? ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ അല്ലേ? അപ്പോൾ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ എന്താണ്? പ്ലാന്റ് നോമൻക്ലേച്ചറിന് ബേസ് ചെയ്യുന്ന ഒരു ഗവേണിംഗ് ബോഡിയാണ് ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. പ്ലാന്റ് ഡിസീസസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഫൈറ്റോപാത്തോളജിക്കൽ നോമൻക്ലേച്ചർ. ബാക്ടീരിയോളജിക്കൽ നോമൻക്ലേച്ചർ അവർ ഔട്ട്ഡേറ്റഡ് ആണ്. മോഡേൺ കോഡ്സ് കവർ ബാക്ടീരിയ. ബാക്ടീരിയോളജിക്കൽ നോമൻക്ലേച്ചർ ഇപ്പം ഇല്ല, അതൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു നോമൻക്ലേച്ചർ ഇതാണ്.
ബോഡിയാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? വിച്ച് കോഡ് ഗവേൺസ് നോമൻക്ലേച്ചർ ഓഫ് ആനിമൽസ് ചോദിക്കുമ്പോൾ ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ ഡീമെറിറ്റ് ഓഫ് ട്രഡീഷണൽ ഡൈക്കോട്ടമസ് കീ? ഏതാണ് ടാക്സോണമിക് കീയിൽ വരുന്ന ഡൈക്കോട്ടമസ് കീ? അതായത് 2 ഓപ്ഷനുകളിൽ ബേസ് ചെയ്ത് ഓർഗാനിസത്തിന് സ്പീഷീസിനെ ക്ലാസിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യണം പ്രോസസ്സ് വരുന്ന ടാക്സോണമിക് കീയിൽ വരുന്നതാണ് ഡൈക്കോട്ടമസ് കീ. എന്താണ്? ദേ ആർ ടു ഡീറ്റെയിൽഡ് ആണോ? ഡൈക്കോട്ടമസ് കീയുടെ ഫീച്ചേഴ്സ് പറയുന്നതാണ്. ദേ ആർ ഇൻഫ്ലെക്സിബിൾ ആൻഡ് ക്യാൻ ബി കമ്പൾസം of with high variability. They are not widely accepted. They provide comprehensive genetic information. ഇതിൽ ഏതാണ് ഡീമെറിറ്റ്? ഡൈക്കോട്ടമസ് കീയുടെ ഡീമെറിറ്റ് ഏതൊക്കെയാണ്? ആൻസർ ബി ആണ്. ഡീമെറിറ്റ് എന്ന് പറയുമ്പോഴേ ഇതിനകത്തൊരു നെഗറ്റീവ് ആൻസർ എന്ന് പറഞ്ഞാൽ ഇതും വള്ളേ ഉള്ളൂ അല്ലേ? അതിൽ വൈഡ്ലി ആക്സെപ്റ്റ്, നോട്ട് വൈഡ്ലി ആക്സെപ്റ്റഡ് അല്ല, അതൊരു വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ടാക്സോണമിക് കീ മെത്തേഡാണ് ഡൈക്കോട്ടമസ് കീസ്. അങ്ങനെയാണെങ്കിൽ ഇത് മാത്രമേ ഉള്ളൊരു നെഗറ്റീവ് ആൻസർ. ദേ ആർ ഇൻഫ്ലെക്സിബിൾ ആൻഡ് ക്യാൻ ബി കമ്പൾസം. അതായത് വളരെ പാടാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഡു ഡൈക്കോട്ടമസ് കീ മോഡ് ഓഫ് ടാക്സോണമിക് കീ അല്ലേ? ടാക്സോണമിക് ഐഡൻറ്റിഫിക്കേഷൻ, ടാക്സോണമി ചെയ്യാൻ ഡൈക്കോട്ടമസ് കീ മെത്തേഡ് ഉപയോഗിച്ച് ടാക്സോണമി ചെയ്യാൻ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. അപ്പം എക്സ്പ്ലനേഷൻ നോക്കാം. ഫസ്റ്റ് ഓപ്ഷനായ ടു ഡീറ്റെയിൽഡ് എന്നുള്ളത് എന്താണ്? ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമല്ല. ഇറ്റ് ഈസ് ആസ് എൻ അസറ്റ്, നോട്ട് എ ഡീമെറിറ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. Option C, they are not widely accepted. Actually, dichotomous keys are widely used and accepted. Comprehensive genetic information, കീയിൽ നിന്ന് ജനറ്റിക് ഇൻഫർമേഷൻസ് ഒന്നും കിട്ടില്ല അല്ലേ? ഐഡൻറ്റിഫൈബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ കീസ് ഉണ്ടാകത്തുള്ളൂ. സോ ഇറ്റ് ഓപ്ഷൻ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ലെറ്റ്സ് ഗോ ടു ദ ഓപ്ഷൻ സി. വാട്ട് ഈസ് എൻ എത്തിക്കൽ കോൺസിഡറേഷൻ ഇൻ ടാക്സോണമി? റൈറ്റ്, ethical consideration in taxonomy എന്താണ്? ethical consideration in taxonomy എന്ന് പറയുമ്പോൾ ടാക്സോണമിയിൽ ethical consideration ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം. ensuring accurate species identification, റൈറ്റ്? സ്പീഷീസിനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ എത്തിക്സ്. ടാക്സോണമിയിലെ കറക്റ്റ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലെങ്കിൽ റെസ്ട്രിക്റ്റിംഗ് ആക്സസ് ടു taxonomic databases, using only traditional taxonomic methods, disregarding taxonomic authority opinions. ഇതിൽ ഏതാണ് ടാക്സോണമിയിലെ കറക്റ്റ് എത്തിക്കൽ കൺസിഡറേഷൻ അല്ലേ? കറക്റ്റ് എത്തിക്സ് എന്താണ്? ടാക്സോണമിയുടെ കറക്റ്റ് എത്തിക്സ് ആണ് കറക്റ്റായിട്ട് സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതായിരിക്കണം ടാക്സോണമിയുടെ കറക്റ്റ് എത്തിക്സ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരൊറ്റ ഓപ്ഷനെ ഇവിടെ ഉള്ളത്. ഏതാണ്? ensuring accurate species identification, right? Option A, ensuring accurate species identification. അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ്? റെസ്ട്രിക്റ്റിംഗ് ആക്സസ് പറയുമ്പോൾ അതൊരു എത്തിക്കൽ കൺസിഡറേഷൻ വരുന്നില്ല. കാരണം ഇൻഫർമേഷൻ ഷുഡ് ബി ആക്സസിബിൾ ടു പ്രൊമോട്ട് സയൻറ്റിഫിക് പ്രോഗ്രസ്, റൈറ്റ്? അപ്പം ആക്സസ് റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളത് ടാക്സോണമിയിൽ എത്തിക്കൽ കൺസിഡറേഷൻ വരുന്നതാണോ? അത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ പോലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത്. Using only traditional methods. Methods should be based on the traditional method ഉപയോഗിച്ചിട്ടല്ല എന്താ ടാക്സോണമി ചെയ്യേണ്ടത്. അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഏതാണ്? ആ ഓർഗാനിസം പറ്റുന്ന അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഏതെന്ന് ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ ടാക്സോണമി ചെയ്യേണ്ടത്. സോ ട്രഡീഷണൽ മെത്തേഡ്സ് എന്നുള്ളത് കറക്റ്റ് എത്തിക്സ് അല്ല. ഡിസ്റിഗാർഡിങ് അതോറിറ്റി ഒപ്പീനിയൻസ്, അതിങ്ങനെ ഒരു എത്തിക്കൽ കറക്റ്റായിട്ടുള്ള അതോറിറ്റി ഒപ്പീനിയൻസ് ബേസ് ചെയ്തിട്ടായിരിക്കണം ടാക്സോണമി ചെയ്യേണ്ടത് അല്ലേ? എത്തിക്കൽ പ്രാക്ടീസ് ഇൻവോൾവ് കൺസിഡറിങ് ദ എസ്റ്റാബ്ലിഷ്ഡ് അതോറിറ്റീസ്. സോ ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് എത്തിക്കൽ കൺസിഡറേഷൻ പറയുന്നത് എന്താണ്? എൻഷുറിങ് ആക്യുറേറ്റ് സ്പീഷീസ് ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ PSC ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, PSC ക്വസ്റ്റ്യൻസിനോ സാധാരണ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യമാണ് ഫോറൻസിക് സുവോളജിയിൽ കുറച്ച് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നത്. ബിക്കോസ് അത് CSA ആൻഡ് ലൈഫ് സയൻസിന് കറക്റ്റ് കോപ്പി ചെയ്ത് വന്നതായിരുന്നു ആ ക്വസ്റ്റ്യൻസ് എല്ലാം. അതുകൊണ്ട് തന്നെ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. കാരണം C പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനകത്ത് വന്നിരുന്നു. അല്ലെങ്കിൽ പൊതുവേ ആ കാര്യം അറിയാമെങ്കിൽ നമുക്ക് എഴുതാവുന്നതേ ഉണ്ടാവുകയുള്ളൂ. എല്ലാ ഓപ്ഷൻസും വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ടോപ്പിക്കിൽ തൽക്കാലം എന്താണ് ഇവിടെ വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ എന്താണ് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വരാം. താങ്ക് യു. ഹായ് എവ്രി വൺ, മാസ്റ്റർ കെ അക്കാഡമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ, നമുക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്ന്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത സിസ്റ്റമാറ്റിക്സ്, അനിമൽ ഡൈവേഴ്സിറ്റി എന്ന 2 ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് അത് തന്നെ കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്യാം ഈ ക്ലാസ്സിൽ. അപ്പം അടുത്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് ക്ലാസ് ഇസ് വിച്ച് ടെക്നിക് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ സൈറ്റോടാക്സോണമി അല്ലേ? സൈറ്റോടാക്സോണമിയിൽ ഏറ്റവും പ്രിവലൻ്റ് ആയിട്ട് യൂസ് ചെയ്ത ടെക്നിക്ക് ഏതാണ്? സൈറ്റോടാക്സോണമി സെല്ലുലാർ ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്ത് നമുക്ക് എന്താണ് ടാക്സോണമി ചെയ്യുന്നതിൽ ഏതാണ് താഴെ പറയുന്നതിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്ക്? ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടായിരിക്കണമല്ലോ സൈറ്റോടാക്സോണമി ചെയ്യുന്നത്. കാരണം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഡി എൻ എയുടെ നമ്പറും ക്യാരക്ടേഴ്സും ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് മെയിനായിട്ട് സൈറ്റോടാക്സോണമിയിൽ വരുന്ന ഒരു കാര്യം അല്ലേ, മെയിനായിട്ട് വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഫ്രം ദ ബിലോ വിച്ച് ഈസ് എ ടെക്നിക് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ സൈറ്റോടാക്സോണമി? സൈറ്റോടാക്സോണമിയിൽ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഏതാണ്? ഒന്ന്, ഫസ്റ്റ് വൺ, ഡി എൻ എ സീക്വൻസിങ് ആണോ? ക്രോമസോം കൗണ്ടിങ് ആണോ? പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ആണോ? മെറ്റബോളൈറ്റ് പ്രൊഫൈലിംഗ് ആണോ? ഓക്കെ, മെറ്റബോളൈറ്റ് പ്രൊഫൈലിംഗ് ആണോ? ഇതിനകത്ത് ഏതാണ് നമുക്ക് എന്താണ് സൈറ്റോടാക്സോണമിയിൽ റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ സൈറ്റോടാക്സോണമി ഉപയോഗിക്കണം അല്ലെങ്കിൽ ചെയ്യണമെങ്കിൽ ഏത് ടെക്നിക്കാണ് ബിലോയിൽ നിന്ന് ഉപയോഗിക്കുക? ക്രോമസോം കൗണ്ടിങ് ആണോ? പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ആണോ? മെറ്റബോളിക് പ്രൊഫൈലാണോ? ഡി എൻ എ സീക്വൻസിങ് ആണോ? അപ്പോൾ ആൻസർ ഏതാണ്? സൈറ്റോടാക്സോണമി നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തു. ഡി എൻ എയുടെ നമ്പറും കാര്യങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് ക്രോമസോം, ഡി എൻ എ എന്ന് പറയുമ്പോൾ ക്രോമസോം കൗണ്ടിങ് വളരെ ഈസി ആയിട്ട് ഓപ്ഷനിൽ കൊടുക്കാം. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഓപ്ഷൻസിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഇതിൻ്റെ എന്താണ് ആൻസർ വരിക, ക്രോമസോം കൗണ്ടിങ്. ഓക്കെ, സോ എക്സ്പ്ലനേഷൻ. ഡി എൻ എ സീക്വൻസിങ് എന്ന് പറയുമ്പോൾ എന്തുമായി റിലേറ്റഡ് ആണ്? മോളിക്കുലർ ടാക്സോണമിയായിട്ട് റിലേറ്റഡ് ആണ്. പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുമ്പോൾ പ്രോട്ടീനുകളെ കുറിച്ച് പഠിക്കുന്നതാണ് അല്ലേ. അത് ഏതാണ്? കീമോടാക്സോണമിയാണ് അല്ലേ. മെറ്റബോളിക് പ്രൊഫൈലിംഗും എന്താണ്? കീമോടാക്സോണമി. അപ്പം എക്സാമ്പിൾ ഓഫ് കീമോടാക്സോണമി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടിയില്ലേ? എന്താണ് കീമോടാക്സോണമി? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്കുലർ ടാക്സോണമിക്ക് എക്സാമ്പിളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇവിടെ സൈറ്റോടാക്സോണമിയാണ് ഡീൽ ചെയ്തിരിക്കുന്നതെങ്കിലും എന്ത് വേണോ ആവാം അല്ലേ. മോളിക്കുലർ ടാക്സോണമി അല്ലേ. ക്രോമസോം കൗണ്ടിങ് എന്താണ്? സൈറ്റോടാക്സോണമി. എന്താണ്? സൈറ്റോടാക്സോണമി അല്ലേ. സൈറ്റോടാക്സോണമി റൈറ്റ്. അപ്പോൾ ഡി എൻ എ സീക്വൻസിങ് എന്താണ്? ആൻ എക്സാമ്പിൾ ഓഫ്, അല്ല എക്സാമ്പിൾ അല്ല, ആ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് എന്താണ് മോളിക്കുലർ ടാക്സോണമി ചെയ്യുന്നത്. എന്താണ്? ഡി എൻ എ സീക്വൻസിങ് അല്ലേ. ഡി എൻ എ സീക്വൻസിങ്, പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസും മെറ്റബോളിക് പ്രൊഫൈലിംഗ് ഉപയോഗിച്ചിട്ടാണ് കീമോടാക്സോണമി ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ക്രോമസോം കൗണ്ടിങ്. Right? Let's go to the next question. What is the major advantage of molecular taxonomy over traditional methods? അല്ലേ. ട്രഡീഷണൽ മെത്തേഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ മോളിക്കുലർ ടാക്സോണമിയുടെ മേജർ അഡ്വാൻറ്റേജ് എന്താണ്? മോളിക്കുലർ ടാക്സോണമിക്ക് എന്താണ്? അതായത് മോളിക്കുലർ ടാക്സോണമിയുടെ മെയിൻ ഫീച്ചർ ഏതാണ് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ഇറ്റ് റിക്വയേഴ്സ് ലെസ് ടെക്നോളജിക്കൽ സപ്പോർട്ട് ആണോ? മോളിക്കുലർ ടാക്സോണമിയിൽ ടെക്നോളജിക്കൽ സപ്പോർട്ട് കുറച്ച് മതിയോ? രണ്ടാമത്, ഇറ്റ് പ്രൊവൈഡ്സ് മോർ ആക്യുറേറ്റ് ഫൈലോജനൽ റിലേഷൻഷിപ്പ്. അപ്പോൾ മോളിക്കുലർ ടാക്സോണമി ബേസ് ചെയ്ത് ഉള്ള ടാക്സോണമിയിൽ ഫൈലോജനൽ റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? മോർ ആക്യുറേറ്റ് ആയിട്ട്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഇറ്റ് ഡസ് നോട്ട് റിക്വയർ സ്പെസിമെൻ കളക്ഷൻ. ശരിയാണോ? മോളിക്കുലർ ടാക്സോണമിയിലെ അഡ്വാൻറ്റേജ് ഒന്നാണോ സ്പെസിമെൻ കളക്ട് ചെയ്യാറുണ്ടാകുന്നുള്ളത്? അടുത്ത് ഇറ്റ് ഇഗ്നോർസ് ഇവല്യൂഷൻ റിലേഷൻഷിപ്പ്. ഓക്കെ, അതൊരു അഡ്വാൻറ്റേജ് ആണോ മോളിക്കുലർ ടാക്സോണമിയിൽ ഓവർ ട്രഡീഷണൽ മെത്തേഡ്സ്?
എന്തായിരിക്കും? അപ്പം ഏതാണ് മോളിക്കുലർ ടാക്സോണമിയുടെ അഡ്വാൻറ്റേജ് ഓവർ ട്രഡീഷണൽ മെത്തേഡ്സിനെ കമ്പയർ ചെയ്യുമ്പം മോളിക്കുലർ ടാക്സോണമിക്ക് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ട്രെൻഡ്സ് ഇൻ ടാക്സോണമിയിൽ വരുന്നതാണ് മോളിക്കുലർ ടാക്സോണമിക്ക് അല്ലേ? അപ്പം മോഡേൺ ട്രെൻഡ്സിലൂടെ വരുന്നത്. അപ്പം ട്രഡീഷണൽ മെത്തേഡ്സിന് കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്കുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ടെക്നോളജിക്കൽ സപ്പോർട്ട് വേണം. മോളിക്കുലർ ടാക്സോണമിയിൽ ആക്ച്വലി നല്ല ടെക്നോളജിക്കൽ സപ്പോർട്ട് വേണം. അത് DNA-യുടെ സെല്ലിനെ കുറിച്ച് കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് മോളിക്കുലർ ടാക്സോണമിയിൽ വരുന്നത് അല്ലേ? നമ്മൾ നേരത്തെ കണ്ട പോലെ ഇലക്ട്രോഫോറസിസ് വേണം, ടെക്നിക്ക് വേണം, കാരോടൈപ്പിംഗ് വേണം, DNA ഐഡൻറ്റിഫൈ ചെയ്യാൻ അഗാരോസ് ഇലക്ട്രോഫോറസിസ് വേണം. അങ്ങനെ നല്ല വെൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള ടെക്നിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ മോളിക്കുലർ ടാക്സോണമി എന്താവത്തുള്ളൂ, സക്സസ് ആവുകയുള്ളൂ. അപ്പം ഇത് നമുക്ക് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. ഓക്കെ, ഇറ്റ് ഇഗ്നോസ് ആക്ച്വലി മോളിക്കുലർ ടാക്സോണമി വെച്ച് നമുക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് ഇവല്യൂഷൻ റിലേഷൻഷിപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത് വൺ ഓഫ് ദ അഡ്വാൻറ്റേജ് അല്ലേ? വൺ ഓഫ് ദ അഡ്വാൻറ്റേജ് ആണ്. ഇനി ഈ ഡസ് നോട്ട് റിക്വയർ സ്പെസിമെൻ കളക്ഷൻ. അതാര് പറഞ്ഞു? സ്പെസിമെൻസ് കയ്യിലില്ലാതെ എങ്ങനെയാണ് നമ്മൾ ഏതൊരു ഓർഗാനിസത്തിനെ കുറിച്ച് മോളിക്കുലർ ലെവൽ ഐഡൻറ്റിഫൈ ആണെങ്കിൽ ആ ഓർഗാനിസത്തിനെ എടുത്ത് അതിനകത്തുള്ള DNA-യോ പ്രോട്ടീനോ എടുക്കണ്ടേ? അപ്പം സ്പെസിമെൻ കളക്ഷനും ആവശ്യമാണ്. പക്ഷെ അതൊരു അഡ്വാൻറ്റേജ് എന്ന് പറയാനില്ലേ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഫൈലോജനിൻ്റെ റിലേഷൻഷിപ്പിന് മോർ ആക്യുറേറ്റ്. ഓക്കെ അപ്പോൾ സോറി, ഈ ഓപ്ഷൻ ഡിയിൽ ഇറ്റ് ഇഗ്നോർസ് എവല്യൂഷൻ റിലേഷൻഷിപ്പ് എന്നാണ് കേട്ടോ. ഇറ്റ് ആക്ച്വലി കൺസിഡേഴ്സ് ആണ്. സോറി, ഞാൻ ആ ഓപ്ഷനും ഈ ഓപ്ഷനും കറക്റ്റ് ആണെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇറ്റ് ഇഗ്നോർസ് എന്നാണ് കിടക്കുന്നത്. ഇറ്റ് കൺസിഡേഴ്സ് എവല്യൂഷൻ റിലേഷൻ. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി തെറ്റായി പോയത്. അല്ലെങ്കിൽ അതും കറക്റ്റായി പോയതാണ്. കാരണം ഫൈലോജൻ റിലേഷൻഷിപ്പ് എവല്യൂഷൻ റിലേഷൻഷിപ്പ് ഏകദേശം സെയിം കോൺസെപ്റ്റാണ് അല്ലേ? ഇറ്റ് ഇഗ്നോർസ് എവല്യൂഷൻ റിലേഷൻഷിപ്പ് എന്നാണ് പറയുമ്പോൾ വാട്ട് ഈസ് എ മേജർ അഡ്വാൻറ്റേജ് ഓഫ് മോളിക്കുലർ ടാക്സോണമി ഓവർ ട്രഡീഷണൽ മെത്തേഡ്സ്? ആൻസർ ബി, ഇറ്റ് പ്രൊവൈഡ്സ് മോർ ആക്യുറേറ്റ് എവല്യൂഷൻ റിലേഷൻഷിപ്പ് അല്ലേ? അപ്പം ബാക്കി എൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ലെസ് ടെക്നോളജിക്കൽ സപ്പോർട്ട് സത്യമല്ല. മോളിക്കുലർ ടാക്സോണമിക്ക് ആക്ച്വലി ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ടെക്നോളജി വേണ്ട ഒരു ഫീൽഡാണെന്ത്? മോളിക്കുലർ ടാക്സോണമി അല്ലേ? അപ്പം നോ സ്പെസിമെൻ കളക്ഷൻ, ഞാൻ പറഞ്ഞില്ലേ സ്പെസിമെൻസ് വേണം. അപ്പം അതും ഒരു അഡ്വാൻറ്റേജ് അല്ല, ഇതും ഒരു അഡ്വാൻറ്റേജ് അല്ല. ഇഗ്നോർസ് എവല്യൂഷൻ റിലേഷൻഷിപ്പ്, ആക്ച്വലി ഇറ്റ് എൻഹാൻസസ് എവല്യൂഷൻ റിലേഷൻഷിപ്പ്. എൻഹാൻസ് എന്ന് പറഞ്ഞെങ്കിൽ ആവശ്യം കറക്റ്റായി പോയനെ. അപ്പം അതും തെറ്റാണ്. അപ്പം അഡ്വാൻറ്റേജ് എന്തേ ഉള്ളൂ? മോർ ആക്യുറേറ്റ് ഫൈലോജൻ. മോളിക്കുലർ ടാക്സോണമി ഉപയോഗിച്ച് നമ്മൾ ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഗീവ്സ് മോർ ആക്യുറേറ്റ് എന്താണ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്, ആക്യുറേറ്റ് ഫൈലോജൻ റിലേഷൻഷിപ്പ് കിട്ടും. ട്രഡീഷണൽ മെത്തേഡ്സിനെക്കാളും ബെറ്റർ ആയിട്ടുള്ള, കാരണം നമുക്ക് DNA-യുടെ സിമിലാരിറ്റിയും പ്രോട്ടീൻ്റെ സിമിലാരിറ്റിയൊക്കെ ബേസ് ചെയ്ത് ബെറ്ററായിട്ട് മോർ ആക്യുറേറ്റ് ആയിട്ടുള്ള എന്ത് കിട്ടുന്നു? എവല്യൂഷൻ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ പറ്റില്ല. ഫൈലോജൻ റിലേഷൻഷിപ്പ് എന്ത് മനസ്സിലാക്കുക? ഏത് ബേസ് ചെയ്ത്? മോളിക്കുലർ ടാക്സോണമി ഉപയോഗിച്ചിട്ട്. റൈറ്റ്? ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ്? യാ. What does cladistics primarily analyze to determine phylogeny relationship? Okay, cladistics എന്താണ് അനലൈസ് ചെയ്യുന്നത്? ഫൈലോജൻ റിലേഷൻഷിപ്പിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു ബ്രാഞ്ചാണ് ക്ലാഡിസ്റ്റിക്സ് അല്ലേ? അതിൽ നിന്ന് ബേസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഡയഗ്രാമാണ് ക്ലാഡോഗ്രാമുകൾ. അത് എന്താണ് മെയിൻലി അനലൈസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. മോർഫോളജിക്കൽ സിമിലാരിറ്റീസ് ആണോ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ക്ലാഡോഗ്രാമിൽ അല്ലെങ്കിൽ ക്ലാഡിസ്റ്റിക്സിൽ? ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സാണോ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷനാണോ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഫോസിൽ റെക്കോർഡാണോ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഇതിലേതാണ് എവല്യൂഷണൽ റിലേഷൻഷിപ്പിനെ ക്ലാഡിസ്റ്റിക്സിൽ ഉപയോഗിക്കുന്ന എവല്യൂഷണൽ റിലേഷൻഷിപ്പിനെ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ക്ലാഡോഗ്രാമുകൾ വരയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആ ഫീച്ചർ ഏതാണ്? ക്ലാഡിസ്റ്റിക്സ്. അപ്പോൾ ക്ലാഡിസ്റ്റിക്സ് മെയിൻലി ഡീൽ വിത്ത് എന്താണ്? ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ്. ദാറ്റ്സ് കറക്റ്റ് ആൻസർ. ക്ലാഡിസ്റ്റിക്സ് അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുക? ക്ലാഡോഗ്രാമുകൾ ഉണ്ടാക്കുക. ക്ലാഡോഗ്രാമുകൾ ഉണ്ടാക്കുക അല്ലേ? അപ്പോൾ എക്സ്പ്ലനേഷൻ എന്താണ്? ഫസ്റ്റ് വൺ, മോർഫോളജിക്കൽ സിമിലാരിറ്റീസ്. ക്ലാഡിസ്റ്റിക്സ് ഫോക്കസ് ഓൺ
derived characters or traits, not just similarities. Morphological similarity മാത്രമല്ല, morphological similarity ചിലപ്പോൾ അതിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ ഷെയർ ചെയ്ത് കോമൺ ആൻസർ ഷെയർ ചെയ്ത് വന്ന കറക്റ്റേഴ്സ് ആയിരിക്കണം. ഷെയർഡ് ഡിറൈവ്ഡ് കറക്റ്റേഴ്സാണ് എന്താണ് ക്ലാഡിസ്റ്റിക്സിൽ ചെയ്യുക. ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷനും ക്ലാഡിസ്റ്റിക്സിൻ്റെ മെയിൻ ഫോക്കസ് അല്ല, ഫോസിൽ റെക്കോർഡ്സും പ്രൈമറി ഫോക്കസ് അല്ല. അപ്പം ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ക്ലാഡിസ്റ്റിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫീച്ചർ ടു അണ്ടർസ്റ്റാൻഡ് എവല്യൂഷൻ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ എന്താണ് ഉപയോഗിക്കുന്ന ഫീച്ചർ. മോർഫോളജി സിമിലാരിറ്റിയും ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമാണ് നമുക്ക് കൺഫ്യൂഷൻ തോന്നാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. അതിനകത്ത് ഏതാണ് കറക്റ്റ്? ഷെയർഡ് ഡിറൈവ്ഡ് characters, right? Okay, let's go to the next question. Next, which is a limitation of ന്യൂമറിക്കൽ ടാക്സോണമി? നമ്മൾ ന്യൂമറൽ ടാക്സോണമി ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഡേറ്റ ഡിസ്കസ് ചെയ്തതാണ്. ആണ് ഓപ്ഷൻസ് കൂടി പഠിക്കുന്നതിനെ കൊണ്ടുള്ള റിലവൻസ്. ഓപ്ഷൻസും കൂടി പഠിച്ചു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി യു കവർ ഓൾ ദ ടോപ്പിക്സ്, ഓൾ ദ ഇൻഫർമേഷൻസ് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഗോ ഓൺ, റൈറ്റ്? അപ്പോൾ ന്യൂമറിക്കൽ ടാക്സോണമി ഇറ്റ് റിക്വയർസ് എക്സ്റ്റെൻസീവ് ഡേറ്റ അനാലിസിസ്. ഏതാണ് ലിമിറ്റേഷൻ എന്നാണ് ചോദിക്കുന്നത് അല്ലേ? ഇത് ശരിയാണോ? അതിൻ്റെ ലിമിറ്റേഷൻ ആണോ? അടുത്ത് ഇറ്റ് ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ എവല്യൂഷൻ റിലേഷൻഷിപ്പ്. അതൊരു ലിമിറ്റേഷൻ ആണോ? ഇറ്റ് ഈസ് ലെസ് ഒബ്ജക്റ്റീവ് കമ്പയർഡ് ടു ട്രഡീഷണൽ ടാക്സോണമി. അതതിൻ്റെ ഒബ്ജക്റ്റീവ് ആണോ? ഇറ്റ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ടു പ്ലാന്റ്സ്. ഇതതിൻ്റെ ഒബ്ജക്റ്റീവ് ആണോ? അല്ലെങ്കിൽ ലിമിറ്റേഷൻ ആണോ? ഇറ്റ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ടു പ്ലാന്റ്സ് ആണോ? അല്ല, അത് നമുക്ക് തെറ്റാണ്. ന്യൂമറൽ ടാക്സോണമി പ്ലാന്റ്സിനും അനിമൽസിനും ഒക്കെ ഉപയോഗിക്കാം അല്ലേ? അപ്പം തന്നെ അത് ഇതുവഴി യാതൊരു ബന്ധവുമില്ലാത്തൊരു ഓപ്ഷനാണ്. അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? അടുത്ത ഓപ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ലെസ് ഒബ്ജക്റ്റീവ് കമ്പയർഡ് ടു അല്ല, ആക്ച്വലി ട്രഡീഷണൽ ടാക്സോണമിക്കലും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ടാക്സോണമിക് മെത്തേഡാണ് എന്താ ന്യൂമറിക്കൽ ടാക്സോണമി. അപ്പം അതും കറക്റ്റല്ല അല്ലേ? കറക്റ്റല്ല. അതും അല്ലെങ്കിൽ ലിമിറ്റേഷൻ, ന്യൂമറൽ ടാക്സോണമിയുടെ ലിമിറ്റേഷൻ അല്ല ഒരു ഓപ്ഷൻ. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ ഇവല്യൂഷൻ റിലേഷൻഷിപ്പ്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ഫോർ അക്കൗണ്ട് ഫോർ ഇവല്യൂഷൻ റിലേഷൻഷിപ്പ്, അതാണ് ലിമിറ്റേഷൻ. ഇറ്റ് റിക്വയർസ് എക്സ്റ്റെൻസീവ് ഡേറ്റ അനാലിസിസ്, അതാണ് അതിൻ്റെ ലിമിറ്റേഷൻ. ഇത് രണ്ടുമാണ് ഇതിനകത്തിന് കൺഫ്യൂഷൻ വരുന്നത്. എക്സ്റ്റെൻസീവ് ഡേറ്റ അനാലിസിസ് ഒരു ലിമിറ്റേഷൻ ആണോ? ന്യൂമറൽ ടാക്സോണമി ലിമിറ്റേഷൻ ആണോ? അതോ ഇറ്റ് ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ എവല്യൂഷൻ റിലേഷൻഷിപ്പ് ആണോ അതിൻ്റെ ലിമിറ്റേഷൻ? ആക്ച്വലി ഇറ്റ് റിക്വയർസ് എക്സ്റ്റെൻസീവ് ഡേറ്റ അനാലിസിസ് എന്നുള്ളത് ന്യൂമറിക്കൽ ടാക്സോണമിയുടെ ഒരു ക്യാരക്ടറാണ്. അതൊരു ലിമിറ്റേഷൻ എന്ന് പറയാനില്ല, അത് ബേസ് ചെയ്തിട്ടാണ് ന്യൂമറിക്കൽ ടാക്സോണമി ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ പക്ഷെ അതെന്ത് ചെയ്യില്ല, ഇവല്യൂഷൻ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടല്ല ന്യൂമറിക്കൽ ടാക്സോണമി വരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ലിമിറ്റേഷൻ ഓഫ് എവല്യൂഷൻ ടാക്സോണമി. എവല്യൂഷൻ റിലേഷൻഷിപ്പ് നമ്മളിനകത്ത് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിമിറ്റേഷൻ നമ്മൾ ആൻസർ ബി ആണ്. നമുക്ക് പെട്ടെന്ന് ഓപ്ഷൻ എ എന്ന് തോന്നും. ആക്ച്വലി ഓപ്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ന്യൂമറൽ ടാക്സോണമിയുടെ ഒരു ക്യാരക്ടറാണ്. അത് ലിമിറ്റേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ബെസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഇവല്യൂഷൻ റിലേഷൻഷിപ്പ് അക്കൗണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഓപ്ഷൻ എ എക്സ്റ്റെൻസീവ് ഡേറ്റ അനാലിസിസ്. ദിസ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ന്യൂമറൽ ടാക്സോണമി, നോട്ട് നെസസറി എ ലിമിറ്റേഷൻ. ഓപ്ഷൻ സി ആർ ലെസ് ഒബ്ജക്റ്റീവ്, ന്യൂമറൽ ടാക്സോണമി ഈസ് ഒബ്ജക്റ്റീവ്. ഓപ്ഷൻ ഡി ആപ്ലിക്കബിൾ only to plants. It's not true, it can be applied to both plants and animals. So option B ആണ് ന്യൂമറിക്കൽ ടാക്സോണമിയുടെ എന്ത് ഒരു ലിമിറ്റേഷൻ അല്ലേ, ഒരു ലിമിറ്റേഷൻ. Okay, let's go to the next question. What does barcoding in taxonomy used to identify species? What does barcoding in taxonomy used to identify species? ബാർകോഡിങ് എന്താണ് ഉപയോഗിക്കുന്നത്? സ്പീഷീസ് ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെയാണ് ബാർകോഡിങ് എന്നുള്ള ടെക്നിക്ക് ഉപയോഗിക്കുന്നത്? ബാർകോഡിംഗ് ഒക്കെ ബാർകോഡ് സ്കാനേഴ്സ് ഫോർ ഫീൽഡ് വർക്ക്, അങ്ങനെയാണോ? സ്കാനർ ഉപയോഗിച്ച് ഫീൽഡ് വർക്കിൽ ബാർകോഡ് സ്കാനേഴ്സ് ഉപയോഗിച്ചിട്ടാണോ സ്പീഷീസ് ഐഡൻറ്റിഫൈ ചെയ്യുക? ന്യൂമറിക്കൽ കോഡ് ഫോർ സ്പീഷീസ് ന്യൂമറിക്കൽ കോഡ് കൊടുത്താണോ ബാർകോഡിങ് ചെയ്യുക? ഷോർട്ട് ജനറ്റിക് സീക്വൻസസ് ഉപയോഗിച്ചിട്ടാണോ ബാർകോഡിങ് ചെയ്യുന്നത്? ഓർ ബാർകോഡ് പാറ്റേൺസ് ഉപയോഗിച്ചിട്ടാണോ? ഇതിലേതാണ്
ബാർകോഡിംഗ് ഇൻ ടാക്സോണമി യൂസ് ടു ഐഡൻറ്റിഫൈ സ്പീഷീസ്. ബാർകോഡിങ്ങിൻ്റെ എന്താണ് ഡെഫിനിഷൻ തന്നെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ വളരെ കൃത്യമായിട്ട് കിട്ടും. എന്താണ്? ഇറ്റ് യൂസസ് ഷോർട്ട് ജനറ്റിക് സീക്വൻസസ് അല്ലേ, ഷോർട്ട് ജനറ്റിക് സീക്വൻസുകൾ സീക്വൻസ് ചെയ്ത് ബേസ് ചെയ്ത് ബാർകോഡിങ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്താണ് എക്സ്പ്ലനേഷൻസ് ഫോർ ദ അതർ ഓപ്ഷൻസ്? ദ ഫസ്റ്റ് ഓപ്ഷൻ ബാർകോഡ് സ്കാനേഴ്സ്. അങ്ങനൊരു സംഭവമേ ഈ ബാർകോഡിങ് ടെക്നിക്കിലില്ല. ഇറ്റ് ഈസ് എൻ അൺറിലേറ്റഡ് ആയിട്ടുള്ളൊരു ടേമാണ് ബാർകോഡ് സ്കാനേഴ്സ്. ന്യൂമറിക്കൽ കോഡ്സ്, ബാർകോഡിങ് ന്യൂമറിക്കൽ കോഡല്ല ഉപയോഗിക്കുന്നത്, ജനറ്റിക് സീക്വൻസുകളാണ് ഉപയോഗിക്കുന്നത്, ജനറ്റിക് സീക്വൻസസ്. ബാർകോഡ് പാറ്റേൺസ്, ബാർകോഡിങ് യൂസസ് ജനറ്റിക് സീക്വൻസസ് നോട്ട് ബാർകോഡ് പാറ്റേൺസ്. അപ്പം അതുമായിട്ട് യാതൊരു റിലേറ്റഡ് അല്ലാത്ത ടോപ്പിക്കിലാണ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ആണ് ഇത് മൂന്നും. സോ വി ക്യാൻ ഗോ സ്ട്രെയിറ്റ് ഇൻ ടു ദ ആൻസർ. ബാർകോഡിങ് യൂസസ് ഷോർട്ട് genetic sequences for identifying species or to do taxonomy അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടെക്നിക് ഈസ് യൂസ് ടു റിവീൽ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ബൈ അനലൈസിങ് ജനറ്റിക് ഡേറ്റ? ജനറ്റിക് ഡേറ്റ, ഒരു സെല്ലിൻ്റെ ജനറ്റിക് ഡേറ്റ ഉപയോഗിച്ച് ടാക്സോണമി അല്ലെങ്കിൽ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ചെയ്യുന്നത് ഏത് ടാക്സോണമിയിലാണ്? ജനറ്റിക് ഡേറ്റ ഏതാണ്? സൈറ്റോ ടാക്സോണമി ആണോ, ക്ലാഡിസ്റ്റിക്സ് ആണോ, കീമോ ടാക്സോണമി ആണോ, മോളിക്കുലർ ടാക്സോണമി ആണോ? ഇത് നാലും നമ്മൾ പഠിച്ച ഓപ്ഷനാണ്. റൈറ്റ്, ലൈക്ക് ഐ സെഡ്, ഓപ്ഷൻസ് പഠിക്കുമ്പോൾ വി ആർ കവറിങ് ടോപ്പിക്സ്. അതാണ് മുന്നോട്ടുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മൾ പഠിച്ച ഒരു കാര്യങ്ങളാണ്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാം. അപ്പോൾ എന്താണ് ഇവല്യൂഷൻ റിലേഷൻഷിപ്പ്, ജനറ്റിക് ഡേറ്റ ഉപയോഗിച്ച് ഇവല്യൂഷൻ റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്ന ഫീൽഡ് ഓഫ് ടാക്സോണമി ഏതാണ്? റൈറ്റ്. അപ്പോൾ സൈറ്റോ ടാക്സോണമി നമ്മൾ പറഞ്ഞ പോലെ ക്രോമോസോം നമ്പർ, ക്രോമോസോം സ്ട്രക്ചർ, റൈറ്റ്, അതാണ് സൈറ്റോ ടാക്സോണമി അല്ലേ. ക്രോമോസോമിൻ്റെ എന്താണ് നമ്പർ, സ്ട്രക്ചർ, ഇതൊക്കെയാണ് സൈറ്റോ ടാക്സോണമിയിൽ വരുന്നത് അല്ലേ. ക്ലാഡിസ്റ്റിക്സിൽ നമ്മൾ പറഞ്ഞ എന്താണ്? ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ്, shared derived characters. ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ് ആണ് എന്താണ് ക്ലാഡിസ്റ്റിക്സിൽ വരുന്നത് അല്ലേ. അടുത്ത കീമോ ടാക്സോണമി എന്താണ്? കെമിക്കൽ പ്രൊഫൈലാണ് അല്ലേ കീമോ ടാക്സോണമി വരുന്നത്. അപ്പോൾ ജനറ്റിക് ഡേറ്റ, അതായത് ഡി എൻ എയുടെ കണ്ടൻറ്റ്, ഡി എൻ എയുടെ സീക്വൻസുകൾ, പ്രോട്ടീൻ്റെ സീക്വൻസുകൾ, അങ്ങനെയുള്ള മോളിക്കുലർ ജനറ്റിക് ഡേറ്റകളെ ബേസ് ചെയ്തിട്ടുള്ളത് ആരാണ്? അപ്പോൾ മോളിക്കുലർ ടാക്സോണമി. അപ്പോൾ സോ ദ ആൻസർ ഈസ് മോളിക്കുലർ ടാക്സോണമി, റൈറ്റ്. സോ മോളിക്കുലർ ടാക്സോണമി ഡീൽസ് വിത്ത് അനലൈസിങ് ജനറ്റിക് ഡേറ്റ ടു റിവീൽ ഇവല്യൂഷൻ റിലേഷൻഷിപ്പ്. സോ എല്ലാത്തിൻ്റെയും ഡെഫിനേഷൻ ക്ലിയർ അല്ലേ? ഓക്കെ, ഡെഫിനേഷൻ ക്ലിയർ ആണ് അല്ലേ. ഓപ്ഷൻ ഡി മോളിക്കുലർ ടാക്സോണമി, റൈറ്റ്. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ യൂസ് ഓഫ് ക്ലാഡിസ്റ്റിക്സ് ഇൻ ടാക്സോണമി? റൈറ്റ്, ടാക്സോണമിയിലെ ക്ലാഡിസ്റ്റിക്സ് ഏതാണ് ക്ലാഡിസ്റ്റിക്സിനെ ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഈ 4 ഓപ്ഷനുകളിൽ ഏതാണ് ക്ലാഡിസ്റ്റിക്സിനെ ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? നമുക്കറിയാം ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഉപയോഗിച്ച് ക്ലാഡോഗ്രാമുകൾ എന്നുള്ള ബ്രാഞ്ച് ഡയഗ്രാംസ് യൂസ് ചെയ്യുന്ന ഒരു എന്താണ് ഫീൽഡാണ് ക്ലാഡിസ്റ്റിക്സ്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് ക്ലാഡിസ്റ്റിക്സ് അല്ലേ. ക്ലാഡോഗ്രാമുകൾ അല്ലേ, അതിൽ ഉപയോഗിക്കുന്ന ഫീൽഡാണ് ക്ലാഡിസ്റ്റിക്സ്. ടാക്സോണമിൽ തന്നെ വരുന്നതാണ് ക്ലാഡിസ്റ്റിക്സ്. അപ്പോൾ ക്ലാഡിസ്റ്റിക്സ്. അപ്പോൾ ഏതാണ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ്? ഇറ്റ് കാറ്റഗറൈസസ് സ്പീഷീസ് ബേസ്ഡ് ഓൺ ജോഗ്രഫിക് ലൊക്കേഷൻ. അല്ല അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ ബേസ് ചെയ്തിട്ടില്ലേ ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ്, അതുണ്ടോ നോക്കാം. ഇറ്റ് യൂസസ് ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ് ടു കൺസ്ട്രക്ട് എവല്യൂഷണറി ട്രീസ്. ഇറ്റ് അനലൈസസ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ട്രേറ്റ്സ് ഓഫ് ഓർഗാനിസംസ്. അല്ല. ഇറ്റ് ഗ്രൂപ്പ്സ് species based on numerical trait values. അല്ല. Straight we are going to the answer. Cladistics എന്താണ്? It uses shared derived traits to construct
ക്ലാഡോഗ്രാമുകൾ. ഫൈലോജനറ്റിക് ട്രീ തന്നെയാണ് ഒരു ക്ലാഡോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലാഡിസ്റ്റിക്സ് ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന ഫൈലോജനറ്റിക് ട്രീനെ പറഞ്ഞു വരുന്നതാണ് ക്ലാഡോഗ്രാമുകൾ. ക്ലാഡോഗ്രാംസ്, റൈറ്റ്? അപ്പോൾ ആൻസർ ബി ആണ്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ട്രേറ്റ്, ഫസ്റ്റ് ഓപ്ഷൻ ആണ് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, ക്ലാഡിസ്റ്റിക്സുമായിട്ട് യാതൊരു ബന്ധമില്ല. ഓപ്ഷൻ സി ആയ ഇറ്റ് അനലൈസസ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ട്രേറ്റ് ഓഫ് ഓർഗാനിസം, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ട്രഡീഷണൽ ആൻഡ് കീമോ ടാക്സോണമിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കറക്റ്റേഴ്സ്. ന്യൂമറിക്കൽ ട്രേറ്റ് ആണെങ്കിലോ ന്യൂമറിക്കൽ ടാക്സോണമായിട്ട് റിലേറ്റഡ് ആണ്. Numerical taxonomy related. So the option B is the correct answer for cladistics. Okay, let's go to the next question. Which technique would be most appropriate for studying the phylogeny of organisms using genetic data? Okay, which technique would be most appropriate for studying the phylogeny of organisms using genetic data ഉപയോഗിച്ചിട്ട് phylogenetics ചെയ്യാൻ ടെക്നിക്ക് ഏതാണ്, അല്ലെങ്കിൽ ആ ഫീൽഡ് ഏതാണ്? ഓപ്ഷൻ എ ക്ലാഡിസ്റ്റിക്സ്, ഓക്കെ. ഓപ്ഷൻ ബി സൈറ്റോ ടാക്സോണമി, ഓക്കെ. ഓപ്ഷൻ സി കീമോ ടാക്സോണമി. ഓപ്ഷൻ ഡി ന്യൂമറിക്കൽ ടാക്സോണമി. ന്യൂമറിക്കൽ ടാക്സോണമി അല്ലേ? ജനറ്റിക് ഡേറ്റ ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് മോളിക്കുലർ ടാക്സോണമി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതെടുക്കാമായിരുന്നു. കാരണം അത് ജനറ്റിക്സ് ബേസ് ചെയ്ത്, ഞാൻ പറഞ്ഞ DNA സീക്വൻസ് ബേസ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ ഇല്ല. സൈറ്റോ ടാക്സോണമി നമ്മൾ പറഞ്ഞ പോലെ ക്രോമസോമുകളെ ഡീൽ ചെയ്യുന്നവരാണ് സൈറ്റോ ടാക്സോണമി. ഹീമോ ടാക്സോണമി ആണെങ്കിലോ കെമിക്കൽ പ്രൊഫൈലുകൾ ഡീൽ ചെയ്യുന്നതാണ്, ജനറ്റിക് ഡേറ്റ അല്ല. ന്യൂമറിക്കൽ ടാക്സോണമി ആണെങ്കിലോ ഫിനോടൈപ്പ് ട്രേസ് പ്ലസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആണ് ന്യൂമറിക്കൽ ടാക്സോണമിൽ വരുന്നത്. അപ്പോൾ അതിനകത്ത് ബെസ്റ്റ് ഓപ്ഷൻ ഏതാണ്? ക്ലാഡിസ്റ്റിക്സ് ആണ്. കാരണം ക്ലാഡിസ്റ്റിക്സിൽ എന്താണ് ഒരുപാട് മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഫൈലോജനറ്റിക് ട്രീ ഉണ്ടാക്കുക. അതിലൊന്ന് ജനറ്റിക് ഡേറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പം ബെസ്റ്റ് ഓപ്ഷൻ ഏതാണ് ഇതിനകത്ത്? ക്ലാഡിസ്റ്റിക്സ് എന്നത്. വളരെ കൺഫ്യൂസിങ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്നൊരു ഏരിയയാണ് ഈ ടാക്സോണമി, ക്ലാഡിസ്റ്റിക്സ്, ഫൈലോജനറ്റിക്സ് ഒക്കെ. കൃത്യമായിട്ടുള്ള അതിൻ്റെ എക്സ്പ്ലനേഷൻ അറിയില്ലെങ്കിൽ, ഡെഫിനേഷൻ അറിയില്ലെങ്കിൽ വി ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഇപ്പോൾ തന്നെ ഈ ക്വസ്റ്റ്യൻ വളരെ കൺഫ്യൂസിങ് ആണ്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഫൈലോജനി ഓഫ് ഓർഗാനിസം യൂസിങ് ജനറ്റിക് ഡേറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ഷെയർ ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ് ബേസ് ചെയ്ത് ക്ലാഡോഗ്രാം കൺസ്ട്രക്ട് ചെയ്തതാണ് നമ്മുടെ തലയിൽ ക്ലാഡിസ്റ്റിക്സിനെ കുറിച്ചുള്ള ഉള്ളൊരു കൺസെപ്റ്റ് അല്ലേ? അപ്പോൾ ക്ലാഡിസ്റ്റിക്സിലുള്ള ഷെയർ ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ജനറ്റിക് ഡേറ്റകളാവാം. കാരണം ജനറ്റിക് ഡേറ്റ ആക്ച്വലി ഉപയോഗിക്കുന്ന മോളിക്കുലർ ടാക്സോണമി എന്നൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല അല്ലേ? ബാക്കി ഒരു ഓപ്ഷൻസും ഇതുമായിട്ട് മാച്ചിങ് അല്ല. ജനറ്റിക് ഡേറ്റ ഒന്നും ഇവരാരും ഡീൽ ചെയ്യുന്നില്ല അല്ലേ? അതുകൊണ്ട് തന്നെ ക്ലാഡിസ്റ്റിക്സ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും, റൈറ്റ്? ഓക്കെ, ക്ലാഡിസ്റ്റിക്സ്. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ്? അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക്സും ബേസ് ചെയ്തിട്ടുള്ള ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തു. അടുത്ത് നമുക്ക് അനിമൽ ഡൈവേഴ്സിറ്റിയിലോട്ട് കിടക്കാം. അനിമൽ ഡൈവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അറ്റ് ദ എൻഡ് ഓഫ് എവറിത്തിങ് വിൽ ഡീൽ ദ ക്വസ്റ്റ്യൻസ് വിച്ച് ഹാവ് ബീൻ ആസ്ക്ഡ് ഇൻ ദ പ്രീവിയസ് ഇയേഴ്സ്. പ്രീവിയസ് ഇയറിലെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം അറ്റ് ദ എൻഡ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നും എത്രത്തോളം ഈ റിവിഷൻ മെത്തേഡ് ബേസ്ഡ് ഓൺ ക്വസ്റ്റ്യൻസ് എഫക്റ്റീവ് ആവുമെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? മനസ്സിലാക്കാൻ പറ്റും. Animal diversity. Which of the following is a characteristic feature of Porifera? Phylum Poriferaയുമായിട്ട് എന്താണ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചർ ഏതാണ്? ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. എന്താണ്? ട്രൂ ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ് ഉണ്ടായോ? റേഡിയൽ സിമെട്രി ഉണ്ടോ? സെല്ലുലാർ ലെവൽ ഓർഗനൈസേഷൻ ഉണ്ടോ? ബൈലാറ്ററൽ സിമെട്രി ആണോ? ഇതിലേതാണ് ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ സ്പോഞ്ചസിന് അല്ലെങ്കിൽ ഫൈലം പോറിഫറേനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഏതാണ്? പോറിഫറയുടെ മെയിൻ ക്യാരക്ടർ തന്നെ എന്താണ്? സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അവർക്ക് ടിഷ്യൂവും ഓർഗനും ഇല്ല. ബൈലാറ്ററൽ റേഡിയൽ സിമെട്രി ആണോ? ഇല്ല, ഒരു സിമെട്രിയും ഇല്ല. സ്പഞ്ചസ് അസിമെട്രിക്കലാണ് അല്ലേ? അസിമെട്രിക്കലാണ് അവർ അല്ലേ? അപ്പോൾ അടുത്ത ബൈലാറ്ററൽ സിമെട്രി ആണോ? അല്ല, റേഡിയൽ സിമെട്രി അല്ല, ബൈലാറ്ററൽ സിമെട്രി അല്ല, അസിമെട്രിക്കലാണ് അവർ സ്പഞ്ചസ്.
ഒരു സിമെട്രിയും ഇല്ലാത്ത ആൾക്കാരാണ് അല്ലേ. അപ്പോൾ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ബെസ്റ്റ് ഫീച്ചർ ഡിസ്ക്രൈബിങ് നമ്മുടെ ഫൈലം പോറിഫറ അല്ലെങ്കിൽ സ്പഞ്ചസ്, റൈറ്റ്. സോ എക്സ്പ്രഷൻ ത്രൂ ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ് ഉള്ള തെറ്റാണ്. ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ കോംപ്ലെക്സ് മെറ്റാസോവൻസ്. റേഡിയൽ സിമെട്രി നിഡേറിയ എക്കൈനോഡെർമിസിലൊക്കെയാണ് ഉള്ളത്, പോറിഫറയിലല്ല. ബയലാറ്ററൽ സിമെട്രി ഓൾസോ ഇറ്റ്സ് പ്രസൻറ്റ് ഇൻ ആർത്രോപോഡ്സ് ആൻഡ് ലെറ്റ്സിലൊക്കെയാണ്. Okay, so the correct answer is cellular level organization, phylum porifera. Okay, let's go to the next question. What is the primary function of choanocytes in sponges? അല്ലേ, choanocytes in sponges. സ്പഞ്ചസിനകത്തുള്ള നമ്മൾ പഠിച്ചു വാട്ടർ മൂവ് ചെയ്യുന്ന സിസ്റ്റത്തിൽ അല്ലേ, ഇതിനകത്തുള്ള സെല്ലുകളാണ് കോളാർ സെൽസ്, ക്വയനോസൈറ്റ്സ് എന്ന് പഠിച്ചു അല്ലേ, ക്വയനോസൈറ്റ്സ്. അപ്പം അതിൻ്റെ ഫങ്ഷൻ എന്താണ്? അതായത് വാട്ടർ അകത്തോട്ട് കയറുമ്പോൾ ഇതിനകത്ത് അമീബോസൈറ്റ്സ് ഉണ്ടെന്നും അതിനകത്തുള്ള എന്താണ് വാട്ടർ മൂവ് ചെയ്ത് പോകുമ്പോഴേക്കും ഓസ്റ്റിയ വഴി കയറി ഓസ്കുലം വഴി പുറത്തേക്ക് പോകുമ്പോഴേക്കും അതിനകത്തുള്ള ആവശ്യമായ ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് ആണെന്ത്, ക്വയാനോസൈറ്റ്സ്, വിച്ച് ലൈൻ ദ ഇൻസൈഡ് വോൾ ഓഫ് സ്പോഞ്ചസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ആ ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഡൈജഷൻ ഓഫ് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. റീപ്രൊഡക്ഷൻ നെക്സ്റ്റ് ഓപ്ഷൻ വാട്ടർ ഫിൽട്രേഷൻ ആൻഡ് ന്യൂട്രിയൻ ക്യാപ്ചർ, സ്ട്രക്ചറൽ സപ്പോർട്ട്. ഓക്കെ ഓക്കെ ഡൈജഷൻ ഹെൽപ്പ് ചെയ്യൂ. അപ്പം ഇതിനകത്ത് കൺഫ്യൂഷൻ, റീപ്രൊഡക്ഷൻ അല്ല, സ്ട്രക്ചറൽ സപ്പോർട്ടും അല്ല. സ്ട്രക്ചറൽ സപ്പോർട്ടിനൊക്കെ സ്പിക്യൂൾസ് ഒക്കെ ഉണ്ട് അതിനകത്ത് അല്ലേ, സ്പിക്യൂൾസ് ഒക്കെയാണ്. അപ്പം ഇതിനകത്ത് കൺഫ്യൂഷൻ വരുന്ന ഡൈജഷൻ ഓഫ് ഫുഡും വാട്ടർ ഫിൽട്രേഷൻ ആൻഡ് ന്യൂട്രിയൻ ക്യാപ്ചറാണ്. വാട്ടർ ഫിൽട്രേഷൻ ആൻഡ് ന്യൂട്രിയൻ ക്യാപ്ചറാണ്. അപ്പോൾ ഡൈജഷൻ ഹാപ്പൻസ് ഇൻസൈഡ് ദി സെൽസ്, ഇൻസൈഡ് ദ സ്പഞ്ചസ്, ബട്ട് നോട്ട് സ്പെസിഫിക്കലി choanocytes. Okay, so the best option which is matching the function, primary function of choanocytes is water filtration and nutrient capture, option C. But the first option, why it is not the first option? Digestion of food. Digestion occurs within cells, not specifically by choanocytes. വാട്ടർ അകത്ത് കയറി പുറത്തു വരുമ്പോഴേക്കും ആക്ച്വലി ഡൈജഷൻ ഹാപ്പി ചെയ്തു, ബട്ട് അത് ക്വയനോസൈറ്റ്സ് അല്ല ചെയ്യുന്നത്. ക്വയനോസൈറ്റ്സ് അല്ല സ്പെസിഫിക്കലി ചെയ്യുന്നത്, അതിനകത്തുള്ള വേറെ സെല്ലുകളാണ്. റീപ്രൊഡക്ഷൻ ഇൻ സ്പോഞ്ചസ് ഇൻവോൾവ് ഡിഫറെൻറ്റ് സെൽസ്, നോട്ട് പ്രൈമറിലി. ക്വയനോസൈറ്റ്സ് അല്ല റീപ്രൊഡക്ഷനെ ഡീൽ ചെയ്യുന്നത്. സ്ട്രക്ചറൽ സപ്പോർട്ട് ക്വയനോസൈറ്റ്സ് അല്ല. എന്താണ് സ്പിക്യൂൾസ് എന്ന് പറയുന്ന കാൽക്കേരിയസ് സ്ട്രക്ചേഴ്സ് ആണ്. കാൽഷ്യം കാർബണേറ്റ് റിച്ച് ആയിട്ടുള്ള സ്പിക്യൂൾസ്, അല്ലെങ്കിൽ ചില സ്പഞ്ചിൻ ഫൈബേഴ്സ് എന്നൊക്കെ പറയില്ലേ, ഫൈബേഴ്സുകളാണ് എന്താണ് സ്ട്രക്ചറൽ സപ്പോർട്ട് കിട്ടുന്നത്. സ്പിക്യൂൾസ് ലൈക്ക് ഫൈബേഴ്സ്, നോട്ട് choanocytes. So the option C, which is water filtration and nutrient capture, are choanocytes in the function, right? Let's go to the next question. Cnidarians exhibit which type of symmetry? Cnidarians എന്ത് ടൈപ്പ് ഓഫ് സിമെട്രി ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്? ഫൈലം നിഡേറിയ. അപ്പോൾ ബൈലാറ്ററൽ സിമെട്രി ആണോ, റേഡിയൽ സിമെട്രി ആണോ, അസിമെട്രി ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതാണ് നിഡേറിയസ് എക്സിബിറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിമെട്രി? ബൈലാറ്ററൽ സിമെട്രി, റേഡിയൽ സിമെട്രി, അസിമെട്രി ആൻഡ് നൺ ഓഫ് ദീസ്. അപ്പോൾ അസിമെട്രി ആക്ച്വലി സ്പഞ്ചസിൽ മാത്രമേ, സ്പഞ്ചസിലുള്ളൊരു ക്യാരക്ടറാണ് അസിമെട്രി അല്ലെ, സ്പഞ്ചസ്. ബൈലാറ്ററൽ സിമെട്രി ആർക്കൊക്കെ ഉണ്ട്? ആർത്രോപോഡ്സ് ഉണ്ട്, അനലിഡ്സ് ഉണ്ട്. ആർത്രോപോഡ്സ്, അനലിഡ്സ് ഒക്കെ എന്താണ് ബൈലാറ്ററൽ സിമെട്രിയാണ്. റേഡിയൽ സിമെട്രി വരുമ്പോൾ ആരൊക്കെയാണുള്ളത്? റേഡിയൽ സിമെട്രി വരുന്നതിന് എക്സാമ്പിൾ ആരൊക്കെയാണ്? എക്കൈനോഡേർമ്സ് ആൻഡ് നിഡേറിയ. Cnidaria is also, so Cnidaria is an example of the phylum which shows radial symmetry. So the answer to this question is answer B, radial symmetry. So bilateral symmetry is shown by animals like arthropods and annelids. Asymmetry is found in sponges, and radial symmetry is shown by echinoderms, Cnidaria. Okay, so the answer is radial symmetry. Next question.
വാട്ട് ഡിസ്റ്റിങ്വിഷസ് ടീനോഫോറ? ടീനോഫോറയുടെ വേറൊരു ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഓർഗാനിസം കോംബ് ജെല്ലീസ് ആയതുകൊണ്ട് ആ ഫലത്തിനെ കോംബ് ജെല്ലീസ് എന്ന് പറയില്ലേ, കോംബ് ജെല്ലീസ്. ഓക്കെ, കോംബ് ജെല്ലീസ്. എന്താണ് ടീനോഫോറിലെ കോംബ് ജെല്ലീസ്? ഏതാണ് ടീനോഫോറിനെ നിഡേറിൽ നിന്നും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ്? അത് ടീനോഫോറയ്ക്ക് അല്ലെങ്കിൽ കോംബ് ജെല്ലീസിനുള്ള ക്യാരക്ടർ എന്താണ്? വിച്ച് ഡിസ്റ്റിങ്വിഷ് ഫ്രം നിഡേറിയ? എന്താണ്? പ്രസൻറ്റ് ഓഫ് നെമാറ്റോസിസ്റ്റ്. അത് ടീനോഫോറയ്ക്കുള്ള ക്യാരക്ടറാണോ? അല്ല, അല്ല. പ്രസൻസ് ഓഫ് നെമാറ്റോസിസ്റ്റ് ഈസ് എ ക്യാരക്ടർ ഓഫ് നിഡേറിയ. നിഡേറിയക്കുള്ള പ്രേനെ ക്യാപ്ചർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ് നെമാറ്റോസിസ്റ്റുകൾ അല്ലേ. അടുത്ത് ഡി, റേഡിയൽ സിമെട്രി. റേഡിയൽ സിമെട്രി ആക്ച്വലി രണ്ട് പേർക്കുമുള്ള ക്യാരക്ടറാണ്. നിഡേറിയയ്ക്കും ടീനോഫോറയ്ക്കും ഒക്കെ ഉള്ള ക്യാരക്ടറാണ് റേഡിയൽ സിമെട്രി. Both share radial symmetry. Presence of comb plates. Presence of comb plates also called as steins. അങ്ങനെയാണ് ടീനോഫോറ എന്നുള്ള പേര് വന്നത് എന്ന് നമ്മൾ പറഞ്ഞില്ലേ അല്ലേ അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ടീനോഫോറയ്ക്ക് മാത്രമുള്ള ക്യാരക്ടേഴ്സ്. നിഡേറിയയ്ക്കില്ല, ടീനോഫോറയ്ക്ക് മാത്രമുള്ള അല്ലാണ് പ്രസൻസ് ഓഫ് കോംബ് പ്ലേറ്റ്സ് ഓഫ് ടീൻസ്. സീലോമേറ്റ് ബോഡി സ്ട്രക്ചർ അല്ല, സീലോമേറ്റ് ബോഡി സ്ട്രക്ചർ ഡിസ്റ്റിങ്വിഷൻ ഫാക്ടർ അല്ല. രണ്ടുപേർക്കും സീലോമേറ്റ് ആയതുകൊണ്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നതല്ല. അത് ടീനോഫോറയ്ക്ക് മാത്രമുള്ള ക്യാരക്ടർ അല്ല. അപ്പം പ്രസൻസ് ഓഫ് കോംബ് പ്ലേറ്റ്, ആൻസർ സി. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് coelomates? വാട്ട് ആർ കോൾഡ് ആസ് coelomates എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ coelomates എന്താണ്? എക്ടോഡേം, മീസോഡേം, എൻഡോഡേം എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാത്ത മീസോഡേർമുകൾ എന്താണ്? മീസോഗ്ലിയകളായിട്ട്, ടിഷ്യൂകളായിട്ട് എക്ടോഡേമിന് എൻഡോഡേമിന് ഇടയ്ക്ക് ഫില്ല് ചെയ്യുന്ന കണ്ടീഷനാണ് coelomates. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല? ക്യാവിറ്റികൾ ഉണ്ടാവില്ല, ബോഡി ക്യാവിറ്റി ഉണ്ടാവില്ല. കാരണം മീസോഡേം ഡിഫറൻഷ്യേറ്റ് ആയിട്ടില്ല. ഓക്കെ, അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള മീസോഡേമുകൾ ലൈക്ക് മീസോഗ്ലിയകളായിട്ടാണ് എക്ടോഡേമിന് എൻഡോഡേമിന് ഇടയ്ക്ക് ഇരിക്കുക. So it's like a gel-like substances between ectoderm and endodem without having body cavity. അതാണ് coelomate അല്ലേ. അപ്പോൾ coelomate എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഡെഫിനേഷൻ നോക്കാം. പ്രസൻസ് ഓഫ് എ ട്രൂ സീലോം. തെറ്റ്, അത് സീലോമേറ്റ്സ് ആണ്. പ്രസൻസ് ഓഫ് ട്രൂ സീലോം എന്നാണ് സീലോമേറ്റ്സ്. പ്രസൻസ് ഓഫ് എ സ്യൂഡോസീലോം, അത് സ്യൂഡോസീലോംസ് ആണ്. സോളിഡ് ബോഡി വിത്ത് നോ ബോഡി ക്യാവിറ്റി ആൻഡ് സെഗ്മെൻറ്റേഷൻ. സെഗ്മെൻറ്റേഷൻ coelomates യാതൊരു ബന്ധവുമില്ല. അപ്പോൾ സത്യമല്ലേ, സോളിഡ് ബോഡിയൊക്കെ ആണ്. കാരണം എക്ടോഡേമും എൻഡോഡേമൊക്കെ ഉണ്ടല്ലോ. പക്ഷേ മീസോഡേം ഡിഫറൻഷ്യേറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്തില്ല? ബോഡി ക്യാവിറ്റി ഇല്ല. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, സോളിഡ് ബോഡി വിത്ത് നോ ബോഡി ക്യാവിറ്റി അല്ലേ. ട്രൂ സീലോം എന്ന് പറഞ്ഞാൽ coelomate എന്നല്ല പറയാം. ട്രൂ സീലോം ഉള്ളവരെ സീലോമേറ്റ്സ് ആണ് പറയാം. സ്യൂഡോ സീലോം ഉള്ളവരെ എന്താ പറയാം? സ്യൂഡോസിലോമേറ്റ്സ് എന്ന് പറയാം. സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് സീലോമായിട്ട് യാതൊരു റിലേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറല്ല. അതുള്ള ആൾക്കാർ അനലറ്റ്സും ആർത്രോപോഡ്സും ആണ് അല്ലേ. അനലറ്റ്സ് ആർത്രോപോഡ്സും ആണ്. അപ്പം പ്രസൻസ് ഓഫ് സോളിഡ് ബോഡി ക്യാവിറ്റി, സോളിഡ് ബോഡി വിത്ത് നോ ബോഡി ക്യാവിറ്റി ആണ് എന്താണ് coelomate എന്ന് പറയുന്നതിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ അല്ലേ. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ദിസ് ടോപ്പിക്. Which feature is a characteristics of pseudocoelomate? Pseudocoelomateന്റെ ഏത് ഫീച്ചറാണ് ക്യാരക്ടറിസ്റ്റിക്സ്? സ്യൂഡോസിലോമേറ്റ്സ് നമ്മൾ എന്താണ്? മീസോഡേമുകൾ ഇൻകംപ്ലീറ്റ് ഡിഫറൻസിയേഷൻ ഓഫ് മീസോഡേമുകളായിട്ട് നിൽക്കുന്ന കണ്ടീഷനാണ് എന്താണ്? സ്യൂഡോസിലോം അല്ലേ. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ട്രൂ സീലോം അല്ല, അത് സീലോമേറ്റ്സ്. സോളിഡ് ബോഡി സ്ട്രക്ചർ അത് ശരിയാവാം, പക്ഷെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഒന്നുമല്ല അല്ലേ. സെഗ്മെൻറ്റേഷൻ അത് യാതൊരു റിലേറ്റീവ് അല്ല. ഈ ഓപ്ഷൻ നോക്കൂ, ബോഡി ക്യാവിറ്റി നോട്ട് കംപ്ലീറ്റ്ലി ലൈൻ ബൈ മീസോഡേം. അത് ശരിയാണ്. കംപ്ലീറ്റ് ആയിട്ട്, അത് പാർഷ്യലായിട്ട് ലൈൻ ചെയ്തിട്ടുള്ള മീസോഡേം വെച്ചിട്ട് നോട്ട് കംപ്ലീറ്റ്ലി ലൈൻഡ് ബൈ മീസോഡേമാണ് സ്യൂഡോസിലോമേറ്റ്സ്. സ്യൂഡോസിലോമേറ്റ്സ് റൈറ്റ്, സ്യൂഡോസിലോമേറ്റ്സ്. ഇപ്പോൾ സ്യൂഡോസിലോമേറ്റ്സിന്
ആയിട്ട് കറക്റ്റാണ് മാച്ച് ചെയ്യുന്ന ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി, ബോഡി ക്യാവിറ്റി നോട്ട് കംപ്ലീറ്റ്ലി ലൈൻഡ് ബൈ മെസോഡേം. Okay, explanation: true coelom is found in coelomates. Solid body structures is found in acoelomates. Segmentation found in annelids and arthropods. And the correct option is body cavity not completely lined by mesoderm. Not completely lined by mesoderm. Partial ആയിട്ട് mesoderm differentiate ചെയ്തിട്ടുണ്ട്. അതാണ് സ്യൂഡോ സീലോമേറ്റ്സ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. What is the primary basis for the phylogenetic classification of mollusk? ഏതാണ് മൊളസ്കിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ഗാസ്ട്രോപോഡ, സെഫ്ലോപോഡൊക്കെ ക്ലാസിഫൈ ചെയ്യില്ലേ നമ്മൾ? അതിന് ഉപയോഗിച്ച പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ക്വസ്റ്റ്യൻ? അപ്പോൾ ബോഡി സെഗ്മെൻറ്റേഷൻ ആണോ, അതോ ഷെൽ സ്ട്രക്ചർ ആണോ, അതോ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ ലാർവൽ ഫോം ആണോ, അതോ ടൈപ്പ് ഓഫ് സിമട്രി ആണ്? ഇതിൽ ഏതിലാണ് ഉപയോഗിച്ചിട്ടാണ് മൊളസ്കുകളെ ഫൈലോജനറ്റിക്കലി ക്ലാസിഫൈ ചെയ്തത്? ഓക്കെ, ബോഡി സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ മൊളസ്ക് ക്ലാസിഫിക്കേഷൻ ഉപയോഗിച്ച ഒരു കീ ഫീച്ചർ അല്ല. ഓക്കെ, ഷെൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് നോട്ട് ഓൾസോ ദ എന്താണ് കറക്റ്റ് ഫീച്ചർ അല്ല. ടൈപ്പ് ഓഫ് സിമട്രി എന്ന് പറഞ്ഞാൽ ജനറലി എല്ലാ മൊളസ്കുകളും എന്താണ് ബൈലാറ്ററലി സിമെട്രിക്കലാണ്. അങ്ങനെ ആണെങ്കിൽ ഏതാണ് കറക്റ്റ് ബേസിസ്? ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ആൻഡ് ലാർവൽ ഫോം വെച്ചിട്ടാണ് നമ്മൾ മൊളസ്കിനെ ഫൈലോജനെ ക്ലാസിഫൈ ചെയ്തത്. എന്താണ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ആൻഡ് ലാർവൽ ഫോംസ്. ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ആൻഡ് ലാർവൽ. ഫൈലോജനി ഓഫ് mollusca is based on mollusk. Mollusk is based on എന്താണ് developmental stages of the mollusk and larval forms. ആൻഡ് ലാർവൽ ഫോംസ് അല്ലേ? ലാർവൽ ഫോംസ്. അപ്പം ഇതാണ് നമ്മുടെ മൊളസ്കിനെ ഫൈലോജനെ ക്ലാസിഫൈ ചെയ്യാൻ ഉപയോഗിച്ച പ്രൈമറി ക്യാരക്ടേഴ്സ്. ഓക്കെ ഓക്കെ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് അഡാപ്റ്റീവ് റേഡിയേഷൻ ഇൻ മൊളസ്ക്? മൊളസ്കുകളിൽ അല്ലെ അഡാപ്റ്റീവ് റേഡിയേഷൻ എക്സാമ്പിൾ എന്താണ്? അഡാപ്റ്റീവ് റേഡിയേഷൻ എന്നുള്ള ഫീച്ചർ മൊളസ്കുകളിൽ വരാനായിട്ട് ഉപയോഗിച്ച അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്ത കറക്റ്റേഴ്സ് ബേസ് ചെയ്തിട്ടാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ ഒക്കെ ചെയ്ത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. വേരിയേഷൻ ഇൻ ഷെൽസ് ഷേപ്പ് ആൻഡ് സൈസ് എമംഗ് ഗാസ്ട്രോപോഡ്, ഡെവലപ്മെൻറ്റ് ഓഫ് എ സെഗ്മെൻറ്റ് ആൻഡ് ബോഡി പ്ലാൻ ഇൻ അനലിഡ്സ്, evolution of different feeding structure in cnidarians, diversification of body forms in echinoderms. ആ ക്വസ്റ്റ്യൻ തന്നെ ഭയങ്കര ഈസിയാണ്. കാരണം അനലിഡ്സ്, നിഡേറിയൻസ്, എക്കോഡെർമസ്, മൊളസ്കോഡ് യാതൊരു റിലേഷനും ഇല്ലല്ലേ? അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ഗ്യാസ്ട്രോപോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ളൊരു ഓർഡറാണ് ഗ്യാസ്ട്രോപോഡ്. അപ്പം മൊളസിനകത്ത് വരുന്നതാണ് ഗ്യാസ്ട്രോപോഡുകൾ. അപ്പം കറക്റ്റ് ആൻസർ ഈസ് ആൻസർ എ. വേരിയേഷൻ ഷെൽ ഷേപ്പ് ആൻഡ് സൈസ് ഡിറ്റർമൈൻ അഡാപ്റ്റീവ് റേഡിയേഷൻ ഇൻ മൊളസ്ക്. അഡാപ്റ്റീവ് റേഡിയേഷൻ. അഡാപ്റ്റീവ് റേഡിയേഷൻ അല്ലേ? അപ്പോൾ സെഗ്മെൻറ്റഡ് ബോഡി പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊളസ്കുമായിട്ട് റിലേറ്റഡ് അല്ല, അനലിഡ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്യാരക്ടറാണ്. ഫീഡിങ് സ്ട്രക്ചേഴ്സും മൊളസ്കിൻ്റെ റേഡിയേഷന് ഹെൽപ്പ് ചെയ്ത് റിലേറ്റഡ് അല്ല, നിഡേറിയൻസിൻ്റെതാണ്. എക്കോഡെർമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡാപ്റ്റീവ് റേഡിയേഷൻസ് നോട്ട് സ്പെസിഫിക് ടു മൊളസ്ക. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ആൻസർ എ. Variation in shell size, shape and size among gastropods. Right. അടുത്ത which group is known for adaptive predation among annelids? Annelidsil എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ നടന്ന ഗ്രൂപ്പ് ഏതാണ്? താഴെ പറയുന്നതിൽ നിന്ന് ഏതാണ് മൊളസ്കിൽ അഡാപ്റ്റേഷൻ annelidsil അഡാപ്റ്റീവ് റേഡിയേഷൻ നടന്ന ഒരു ഗ്രൂപ്പുകൾ? പോളികീറ്റ്സ്, ഒളിഗോകീറ്റ്സ്, ഹിരുഡിനെ ആൻഡ് ഓൾ ഓഫ് ദി അബവ്. ഏതിലാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ നടന്നത്?
ഫ്രം ദ അബവ് ഓപ്ഷൻസ്? പോളിക്കീറ്റിലാണോ, ഒളിഗോകീറ്റിലാണോ, ഹിറിഡിനിലാണോ, അത് എല്ലാത്തിനും ഉണ്ടോ? ആൻസർ ഈസ് ഓൾ ഓഫ് ദ അബവ്. Why? Polychaetes exhibit extensive adaptive radiation. Oligochaetes, including earthworm, exhibit diverse adaptations. Hirudinea also has several adaptive features. അപ്പോൾ എല്ലാ ഗ്രൂപ്പുകളും അഡാപ്റ്റീവ് റേഡിയേഷൻ എക്സിബിറ്റ്, അനലിറ്റ്സിൽ അഡാപ്റ്റീവ് റേഡിയേഷൻ എക്സിബിറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഓൾ ഓഫ് ദ എബവ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓൾ ഓഫ് ദ എബവ് ഈസ് ദ കറക്റ്റ് ആൻസർ, റൈറ്റ്? Okay, let's go to the next question. Okay, let's go to the next question. Yeah. Which statement best describes the current understanding of the phylogenetic position of arthropods? ഏതാണ് ആർത്തോപോഡിൻ്റെ കറക്റ്റ് ഫൈലോജനിക് പൊസിഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഓക്കെ, ഏതാണ്? ആർത്തോപോഡ്സ് ആർ പോളിഫൈലറ്റിക്. നമ്മൾ പറഞ്ഞു ആർത്തോപോഡിൻ്റെ മോണോഫൈലറ്റിക്കും പോളിഫൈലറ്റിക്കും ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞത് അല്ലേ? അപ്പോൾ കറണ്ട് അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്നാണ് നമ്മൾ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആർത്തോപോഡ്സ് ആർ പോളിഫൈലറ്റിക്, ആർത്തോപോഡ്സ് ആർ മോണോഫൈലറ്റിക് വിത്ത് കോമൺ ആൻസിസ്റ്റർ, ആർത്തോപോഡ്സ് ഷെയർ നോ കോമൺ ആൻസിസ്റ്റർ വിത്ത് അതർ ഇൻവെർട്ടിബ്രേറ്റ്സ്, ആർത്തോപോഡ്സ് ആർ പാരാഫൈലറ്റിക്. ഓക്കെ, ഇതിൽ ഏതാണ് ബെസ്റ്റ് ഇപ്പോഴത്തെ കറണ്ട് അണ്ടർസ്റ്റാൻഡിങ് ബേസ് ചെയ്ത് ഫൈലോജനറ്റിക് പൊസിഷൻ ഓഫ് ആർത്തോപോഡ്സ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ചോദ്യം? ആൻസർ ബി എന്താണ്? ആർത്തോപോഡ്സ് മോണോഫൈലറ്റിക് എന്നുള്ളതാണ് കറണ്ടായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ആർത്തോപോഡ്സിൻ്റെ മോണോഫൈലറ്റിക് തിയറി. നമ്മൾ മോണോഫൈലറ്റിക് തിയറി, പോളിഫൈലറ്റിക് തിയറി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഏറ്റവും ബെസ്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? മോണോഫൈലറ്റിക് തിയറി ഫോർ ആർത്തോപോഡ്സ് ആണ്. അപ്പോൾ പോളിഫൈലറ്റിക് is incorrect because they are considered monophyletic. No common ancestors, they have a common ancestor with other arthropods. Option D, paraphyletic, they are incorrect because they are monophyletic. Which statement best describes arthropods are monophyletic with the common ancestor and the best describing character for to understand the phylogenetic position of arthropods. Okay, and other question is നോക്കാം. Which of the following is not a class of echinoderms? Which of the following is not a class of echinoderms? വരാത്ത ക്ലാസ് ഏതാണ്? വളരെ എളുപ്പമാണ് കേട്ടോ. കാരണം ആസ്ട്രോയിഡ്, എക്കിനോയിഡ് ഇതായിരിക്കണം സാധാരണ നമ്മൾ ക്ലാസ്സുകൾ പഠിക്കുമ്പോൾ ഒന്ന് എക്സാമ്പിൾസ് ചോദിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഏതാണ് എക്കിനോഡർമസ് വരാത്ത ക്ലാസ് ചോദിക്കാം. അല്ല വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്ലാസ്സും പഠിക്കേണ്ട ആവശ്യമില്ല, അതിനകത്തുള്ള എക്സാമ്പിൾസ് നമ്മൾ നോക്കി വെക്കാം. അപ്പോൾ നമുക്കറിയാം വളരെ സിമ്പിളാണ്. ആസ്ട്രോയിഡ്, എക്കൈനോയിഡ്, ഹോളോത്രോയിഡ്, സെഫലോപോഡ അല്ലേ? ഇത് എന്താണ്? മുളസ്കിനായിട്ട് റിലേറ്റ് ചെയ്ത ക്ലാസ് ആണ് അല്ലേ? സെഫലോപോഡ. ബാക്കിയെല്ലാം എന്താണ്? എക്കൈനോഡർമസിൻ്റെയാണ്, എക്കൈനോഡർമസ് ആണ്. ഓക്കെ, ആസ്ട്രോയിഡ് അപ്പം എന്താണ്? സ്റ്റാർ ഫിഷ്. എക്കൈനോയിഡ് സീ ഓർച്ചിൻസ്, എക്കൈനോയിഡ് സീ ഓർച്ചിൻസ് അല്ലേ? സെഫലോപോഡ എന്ന് പറയുമ്പോൾ എന്താണ്? മുളസ്കുമായി റിലേറ്റഡ് ആണ്. ഹോളോത്രോയിഡ് നമ്മൾ സീ കുക്കുംബറൊക്കെ വരുന്നതാണ് ഹോളോത്രോയിഡ്. ഇത് മൂന്നും എക്കൈനോഡർമസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ബട്ട് സെഫലോപോഡ ഇസ് റിലേറ്റഡ് ടു mollusk, phylum mollusk. So answer is cephalopoda. Okay, what is the next question? Which of the following feature is shared by both hemichordates and chordates? ഹെമികോഡേറ്റുകളും കോഡേറ്റുകളും ഷെയർ ചെയ്യുന്ന ഫീച്ചർ ഏതാണ്? ഓക്കെ, ഹെമികോഡേറ്റും കോഡേറ്റിനും സിമിലർ ആയിട്ടുള്ള ഫീച്ചർ. നോട്ടോകോഡ്, നോട്ടോകോഡിൻ്റെ പ്രസൻസ് ഹെമികോഡേറ്റ്സിനുണ്ടോ? ഫെറഞ്ചൽ സ്ലിറ്റ്സ്, ഫാരഞ്ചൽ സ്ലിറ്റ്സ് രണ്ടുപേർക്കും ഷെയർ ചെയ്യുന്ന ക്യാരക്ടറാണോ? പോസ്റ്റ് എനൽ ടെയിൽ, നോട്ടോകോഡ്, ഫെറഞ്ചൽ സ്ലിറ്റ്സ്, പോസ്റ്റ് എനൽ ടെയിൽ രണ്ടുപേർക്കും ഷെയർ ചെയ്യുന്ന ക്യാരക്ടറാണോ? എൻഡോസ്റ്റൈൽ രണ്ടുപേർക്കും ഷെയർ ചെയ്യുന്ന ക്യാരക്ടറാണോ? അപ്പം ഇതിനകത്ത് ഏതാണ് രണ്ടുപേരും ഷെയർ ചെയ്യുന്ന ഫോളോയിങ് ഫീച്ചർ? രണ്ടുപേരും ഷെയർ ചെയ്യുന്ന ഫീച്ചർ ഏതാണ്?
It is answer B, pharyngeal slits. Pharyngeal slits. Okay. Why it is not the other options? Notochord. Notochord ആർക്കേ ഉള്ളൂ? കോഡേറ്റുകളൊക്കെ ഉള്ളൂ. It's not present in hemichordata. ഹെമികോഡേറ്റ്സിലുള്ള ഒരു കാര്യമല്ല എന്ത് നോട്ടോകോഡുകൾ. അത് ആർക്കേ ഉള്ളൂ? കോഡേറ്റ്സിനെ ഉള്ളൂ. കോഡേറ്റ്സിനെ ഉള്ളൂ. സോറി. അടുത്തെന്താണ്? പോസ്റ്റ് എനൽ ടെയിൽ. പോസ്റ്റ് എനൽ ടെയിൽ ആർക്കേ ഉള്ളൂ? ഇറ്റ് ഈസ് എ ഫീച്ചർ ഓഫ് കോഡേറ്റ്സ്, നോട്ട് ഹെമികോഡേറ്റ്സ്. ഹെമികോഡേറ്റ്സിന് എന്തില്ല? പോസ്റ്റ് എനൽ ടെയിൽ ഇല്ല. എൻഡോസ്റ്റെയിൽ, ഇറ്റ് ഈസ് ഓൾസോ പ്രസൻറ്റ് ഇൻ സം കോഡേറ്റ്സ്, നോട്ട് ഇൻ ഹെമികോഡേറ്റ്സ്. അല്ലേ? എൻഡോസ്റ്റെയിൽ എന്ന് പറഞ്ഞാൽ കോഡേറ്റിനുള്ള ഫീച്ചറാണ്. അപ്പം സിമിലർ ആയിട്ട് ഹെമികോഡേറ്റ്സും കോഡേറ്റ്സും പണ്ട് ഇതിനെ കോഡേറ്റ്സിൽ പ്ലേസ് ചെയ്യായിരുന്നു ഹെമികോഡേറ്റ്സ്, ബിക്കോസ് ഓഫ് ദിസ് ക്യാരക്ടർ ഫാരിഞ്ചൽ സ്ലിറ്റ്സ് ഉള്ളത് കൊണ്ടായിരുന്നു. പിന്നെ അവർക്ക് മനസ്സിലായി അത് കൂടുതലും കോഡേറ്റ്സുമായിട്ട് റിലേറ്റഡ് ഉള്ള ക്യാരക്ടേഴ്സ് കുറവാണ്, എസ്പെഷ്യലി നോട്ടോകോഡുകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് അവരുടെ നോൺ കോഡേറ്റ്സിന് റിമൂവ് ചെയ്തത്. അല്ലേ? അപ്പോൾ ഏത് ക്യാരക്ടറാണ് സിമിലർ ആയിട്ടുള്ളത്? പ്രസൻസ് ഓഫ് pharyngeal slits. Pharyngeal slits. Pharyngeal slits അല്ലേ? Pharyngeal slits. ഓക്കെ, pharyngeal slits ആണ് അടുത്ത ഇല്ലാത്ത ക്യാരക്ടർ. അവർക്ക് രണ്ടുപേരും ഷെയർ ചെയ്ത് ഉള്ള സിമിലർ ക്യാരക്ടർ എന്താണ്? pharyngeal slits ആണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹെമികോഡേറ്റ്സ് ആർ classified under which of the following groups? അപ്പോൾ പ്രോട്ടോസ്റ്റോംസ്, ഡ്യൂട്ടറോസ്റ്റോംസ്, ലോഫോട്രോക്കോസോവ ആൻഡ് എഗ്ഡൈസോസോവ. ഇതിൽ ഏതിലാണ് ഹെമികോഡേറ്റ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? പ്രോട്ടോസ്റ്റോംസ് ആണോ, ഡ്യൂട്ടറോസ്റ്റോംസ് ആണോ, ലോഫോട്രോക്കോസോവ ആണോ, എഗ്ഡൈസോസോവ ആണോ? The answer to this is deuterostomes. Deuterostomes അല്ലേ? പ്രോട്ടോസ്റ്റോംസ് ആരൊക്കെയാണ്? ഇൻക്ലൂഡ്സ് ഗ്രൂപ്പ്സ് ലൈക്ക് മൊളസ്ക്, ആർത്രോപോഡൊക്കെ പ്രോട്ടോസ്റ്റോംസ് ആണ്. ഓക്കെ. ലോഫോട്രോക്കോസോവ ഇൻക്ലൂഡ്സ് ഗ്രൂപ്പ്സ് ലൈക്ക് അനലിഡ്സ് ആൻഡ് മൊളസ്ക്. എഗ്ഡൈസോസോവ ഇൻക്ലൂഡ്സ് ഗ്രൂപ്പ്സ് ലൈക്ക് ആർത്രോപോഡ് ആൻഡ് നെമറ്റോഡ്സ്. So the correct option to this question is answer B, deuterostomes അല്ലേ? ഹെമികോഡേറ്റ്സ് എന്താണ്? ഡ്യൂട്ടറോസ്റ്റോംസ് ആണ്. ഡ്യൂട്ടറോസ്റ്റോംസ് ആണ്. What is the next question? What evolutionary significance do hemichordates hold in relation to chordates? എന്താണ് ഹെമികോഡേറ്റ്സിൻ്റെ എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് ഇൻ റിലേഷൻ ടു കോഡേറ്റ്സ്? എന്താണ്? നമുക്ക് ഓപ്ഷൻസ് എന്താ നോക്കാം. They are more closely related to arthropods than to chordates. ആണോ? നെക്സ്റ്റ് ഓപ്ഷൻസ് എന്താ? They share a common ancestor with the chordates, making them key to understand the evolution of vertebrates. Okay, അതാണോ evolutionary significance of hemichordates? They are a sister group to echinoderms with no direct relation to chordates. അതാണോ നമ്മുടെ evolutionary significance? Okay, അടുത്ത ഓപ്ഷൻ എന്താ? They represent a highly derived lineage with no significance chordate relation. ഇതാണോ? അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ബി ആണ്. They share a common ancestor with chordates, making them key to understand the evolution of vertebrates. Evolution of vertebrates. Okay, why it is not the other options? They are more closely related to arthropods than to chordates. ആണോ? ഹെമികോഡേറ്റ്സ് ആർത്രോപോഡ്സിനോട് റിലേറ്റഡ് അല്ല. ഹെമികോഡേറ്റ്സ് ആർ മോർ റിലേറ്റഡ് ടു കോഡേറ്റുകൾ തന്നെയാണ്. കോഡേറ്റുമായിട്ടാണ് കൂടുതൽ റിലേഷൻഷിപ്പ്. ഓക്കെ, അടുത്ത് ഓപ്ഷൻ സി, ദേ ആർ സിസ്റ്റർ ഗ്രൂപ്പ് എക്കൈനോഡേംസ് ആണ്. എക്കൈനോഡേംസ് ഹെമികോഡേറ്റ്സും എക്കൈനോഡേംസും റിലേറ്റഡ് ആണ്, ബട്ട് ദേ ആർ ക്രൂഷ്യൽ ടു അണ്ടർസ്റ്റാൻഡ് കോഡേറ്റ് എവല്യൂഷൻ. കോഡേറ്റുമായിട്ടാണ് അവർ കൂടുതൽ എന്താണ് റിലേഷൻഷിപ്പ്. ഓക്കെ, ആൻഡ് they represent a highly derived lineage with no significance to chordate evolution. അതുകൊണ്ട് യാതൊരു ബന്ധവുമില്ല. ഇറ്റ് ഹാസ് സിഗ്നിഫിക്കൻസ് ടു കോഡേറ്റ് എവല്യൂഷൻ. അത് ഹൈലി ഡിറൈവ്ഡ് ലീനേജ് ഒന്നുമല്ല. They are an improved lineage, but it is very important to understand the evolution of chordates. Evolution of chordates. So the answer to this question is option B. They share a common ancestor with chordates, making them to understand the evolution of vertebrates. Evolution of vertebrates. Okay.
Next question is, the nervous system in hemichordates is. The nervous system in hemichordates is. Hemichordates ഉപയോഗിക്കുന്ന nervous system ഏതാണ്? ഉള്ള nervous system എന്താണ്? Centralized and similar to vertebrates ആണോ, അതോ diffuse and less centralized ആണോ, or absent ആണോ, or similar to that of arthropods ആണോ? ഇതിനകത്ത് രണ്ട് ഓപ്ഷൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ എന്താ ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഏതാണ് ആബ്സെൻറ്റ് എന്നുള്ളത്? ഓഫ് കോഴ്സ് ഹെമിക്കോഡേറ്റ്സിൽ ലൈക്ക് അൺലെറ്റ്സ് തൊട്ടൊക്കെ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള നെർവസ് സിസ്റ്റം ഉണ്ട്. സോ അതിനുശേഷം പിന്നെ ഹെമിക്കോഡേറ്റ്സിന് ഡെഫിനറ്റ്ലി എന്തുണ്ട്, ഹൈലി ഡെവലപ്ഡ് സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്. സോ ആബ്സെൻറ്റ് ഇസ് റോങ്. ദേ ആർ സിമിലർ ടു ദാറ്റ് ഓഫ് ആർത്രോപോഡ്സ്. സിമിലർ ടു ദാറ്റ് ഓഫ് ആർത്രോപോഡ്സ് അല്ലേ? അല്ല, ആർത്രോപോഡ്സ് റിലേറ്റഡ് അല്ല അവരുടെ എന്താണ് നെർവസ് സിസ്റ്റം. ഓക്കെ, അവർക്ക് എന്താ ഉള്ളത്, ഡിഫ്യൂസ് ആൻഡ് ലെസ് സെൻട്രലൈസ്ഡ് ആണ് ഹെമിക്കോഡേറ്റ്സ്. ഓക്കെ, ഡിഫ്യൂസ് ആൻഡ് ലെസ് സെൻട്രലൈസ്ഡ്. അപ്പോൾ സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, വെർട്ടിബ്രേറ്റിൻ്റെ ഒരു ക്യാരക്ടർ തന്നെയാണ്. ആബ്സെൻ്റ് എന്ന് പറഞ്ഞാൽ തീരെയും എന്താണ് advanced character alla. The hemichordates, they have a nervous system which is not very highly centralized. Arthropods have a more centralized, similar to that of arthropods. Some arthropods have a more centralized nervous system hybrid to that of hemichordates. Hemichordates are diffuse and less centralized ആയതുകൊണ്ടാണ് അവർ ആർത്രോപോഡായിട്ട് റിലേറ്റഡ് അല്ല, വെർട്ടിബ്രേറ്റുമായിട്ട് റിലേറ്റഡ് ആണ്, നെർവസ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ റിലേറ്റഡ് അല്ല. ഓക്കെ, ദേ ഹാവ് എ ഡിഫ്യൂസ് ആൻഡ് ലെസ് സെൻട്രലൈസ്ഡ് നെർവസ് സിസ്റ്റം. ലെസ് സെൻട്രലൈസ്ഡ് നെർവസ് സിസ്റ്റം. ഓക്കെ. Okay, what is the next question? Cephalochordates are best represented by which organism? Cephalochordateകളെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഏത് ഓർഗാനിസമാണ് ബെസ്റ്റായിട്ട് സെഫലോകോഡ്സിനെ റെപ്രസെൻ്റ്, അതായത് എക്സാമ്പിൾ ആണ് ഒരു ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ എ അസീഡിയൻ, ഓപ്ഷൻ ബി ആംഫിയോക്സിസ് ഓർ ലാൻസെലറ്റുകൾ, ഓപ്ഷൻ സി ടൂണിക്കേറ്റ്സ്, എക്കോൺ വർം. ഇതിൽ ഏതാണ് സെഫലോകോഡ്സിലായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സാമ്പിളുകൾ? ഓപ്ഷൻ എ അസീഡിയൻ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് യൂറോകോഡേറ്റ്, നോട്ട് എ സെഫലോകോഡേറ്റ്. ഓക്കെ, യൂറോകോഡേറ്റുകളാണ് എന്ത്, അസീഡിയൻസ്. ടൂണിക്കേറ്റ്സ്, ടൂണിക്കേറ്റ്സ് ഈസ് ഓൾസോ എ യൂറോകോഡേറ്റ്. ആൻഡ് എക്കോൺ വർം ഈസ് ദ എന്താണ് lateral form of hemichordates ആണ് എക്കോൺ വർം. അപ്പോൾ ആൻസർ ടു ക്വസ്റ്റ്യൻ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് ആംഫിയോക്സിസ് അല്ലെങ്കിൽ ലാൻസ്ലെറ്റുകൾ. ആംഫിയോക്സിസ് അല്ലെങ്കിൽ ലാൻസ്ലെറ്റുകളാണ് എന്താണ് സെഫലോകോഡേറ്റ്സിൻ്റെ ബെസ്റ്റ് റെപ്രസെൻറ്റേഷൻ. ബെസ്റ്റ് റെപ്രസെൻറ്റേഷൻ അല്ലേ സെഫലോകോഡേറ്റ്സ്. അപ്പോൾ സെഫലോകോഡ്സിനെ ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആംഫിയോക്സിസ് എന്നുള്ള എക്സാമ്പിളാണ്. ബാക്കിയെല്ലാം അസീഡിയൻസ് ടൂണിക്കേറ്റ്സ് എന്താണ് യൂറോകോഡേറ്റുകളാണ്. അക്കോൺ വർമുകൾ എന്താണ് ഹെമികോഡേറ്റ്സിന് എക്സാമ്പിളാണ് അല്ലേ. എന്താണ് വാട്ട് ഹാപ്പൻസ് ടു ദ നോട്ടോകോഡ് ഇൻ ദ അഡൽട്ട് യൂറോകോഡേറ്റ്സ്? അപ്പോൾ ഈ ക്ലാസ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഹാപ്പൻസ് ടു ദ നോട്ടോകോഡ് ഇൻ അഡൽട്ട് യൂറോകോഡേറ്റ്സ് അല്ലേ. അപ്പോൾ എന്താണ്, ഇറ്റ് ഈസ് റീറ്റെയിൻ ത്രൂ ഔട്ട് ലൈഫ്, ഇറ്റ് ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ബാക്ക് ബോൺ, it is reduced and absorbed, it develops into the spinal cord. ഇതിൽ ഏതാണ് അഡൽട്ട് യൂറോകോഡിൻ്റെ നോട്ടോകോഡുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ക്വസ്റ്റ്യൻ, നോട്ടോകോഡുമായി ബന്ധപ്പെട്ടതിന് ഒരു ഓപ്ഷൻ എന്താണ്, ഇറ്റ് ഈസ് റീറ്റെയിൻഡ് ത്രൂ ഔട്ട് ലൈഫ്. അല്ല, നോട്ടോകോഡ് ഓഫ് അഡൽട്ട് യൂറോകോഡ് എന്താണ് റീറ്റെയിൻ ത്രൂ ഔട്ട് ലൈഫ് അല്ല, ഇറ്റ് ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ബാക്ക് ബോൺ. അങ്ങനെ ബാക്ക് ബോണായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത് വെർട്ടിബ്രേറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ, വെർട്ടിബ്രേറ്റ് അല്ലേ. ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ആൻഡ് അബ്സോർബ്ഡ്, ഇറ്റ് ഈസ് ഡെവലപ്സ് ഇൻ ടു ദ സ്പൈനൽ കോഡ് അല്ലേ. സ്പൈനൽ കോഡ് ഡെവലപ്പ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ആൻഡ് അബ്സോർബ്ഡ്, ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ആൻഡ് അബ്സോർബ്ഡ് അല്ലേ. അതായത് നോട്ടോകോഡ് ഇവർക്ക് ലാറൽ സ്റ്റേജിൽ മാത്രമേ ഉള്ളൂ. അഡൽട്ട് സ്റ്റേജിലാകുമ്പോൾ എന്തെങ്കിലും ഇറ്റ് ബിക്കംസ് റെഡ്യൂസ്ഡ് ആൻഡ് അബ്സോർബ്ഡ്. ഓക്കെ, സോ ദ ബാക്ക് ബോൺ or the notochord in adult യൂറോകോഡേറ്റ്സ് എന്താണ് gets reduced and absorbed and then do not have a backbone in the എന്താണ് adult form. They do not have a backbone in the adult form and they do not have a spinal cord also. They do not have a spinal cord also. മനസ്സിലായില്ലേ? So what happens to notochord in the adult യൂറോകോഡ്സ്?
it is reduced and absorbed. So the option is C is the correct answer. C is the correct answer. Okay, let's go to the next question. Which of the following statements about cephalochordates is true? Cephalochords related എന്താണ് correct? They possess a true heart. ശരിയാണോ? They lack pharyngeal slits. They have a notochord extending into the head region. They undergo metamorphosis similar to urochordates. ഇതിൽ ഏതാണ് cephalochordsമായിട്ട് റിലേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ളത്? They possess a true heart. Actually, they do not possess a true heart. Cephalochords have a simple circulatory system without a true heart. Okay, without a true heart. അപ്പം cephalochords എന്താണ്? True heart ഇല്ല, അവർക്ക് സിമ്പിൾ സർക്കുലേറ്ററി സിസ്റ്റം ആണ് ഉള്ളത്. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി എന്താണ്? They lack pharyngeal slits. Actually, it is present in cephalochordates. Pharyngeal slits are one of the chordate character which is present in cephalochordates. എന്താണ്? Presence of pharyngeal slits. Option C എന്താണ്? They have a notochord extending into the head region. They have a notochord extending into the head region. Which is the actual answer for this question? എന്താണ്? notochord എന്താണ്? head regionിലോട്ട് extend ചെയ്തിട്ടുണ്ട്. They undergo metamorphosis similar to urochords. It's not, because metamorphosis is more pronounced in case of urochordates. Metamorphosis urochordatesലാണ് കൂടുതൽ പ്രൊനൗൺസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ഡി കറക്റ്റ് അല്ല. ഏതാണ് cephalochordates കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? The presence of a notochord extending into the head region, right? Okay, let's discuss the next question. The tunic in urochordates is composed of which substance? ട്യൂണിക്കുകൾ എന്ത് കൊണ്ടാണ് ഉണ്ടാക്കി? യൂറോകോഡ്സിലെ ട്യൂണിക്കേറ്റ്സ് വരെ ട്യൂണിക്കുകൾ എന്താണ് ഉണ്ടാക്കുന്നത്? അതിൻ്റെ ബയോകെമിക്കൽ കോമ്പോസിഷൻ എന്താണ്? കൈറ്റിൻ, സെല്ലുലോസ്, കാൽഷ്യം കാർബണേറ്റ്, സിലിക്കയിൽ ഏതാണ് യൂറോകോഡേറ്റ്സിൽ എന്ത് കോമ്പോസിഷൻ? ട്യൂണിക്കുകളുടെ കോമ്പോസിഷൻ. Chitin is actually the present in the exoskeleton of arthropods. Arthropodsലെ exoskeletonലെ biochemical composition ആണ് chitin. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പല സ്ഥലത്തും ചോദിച്ച് കണ്ടിട്ടുണ്ട് chitin, right? Okay. Cellulose എന്ന് പറഞ്ഞാൽ എന്താണ്? It is actually the answer for this question. It is the composition of tunics. Chemical composition tunicuകളാണ്. Calcium carbonate, it is found in mollusc shell and echinoderm skeletons. ഏതാണ്? കാൽഷ്യം കാർബണേറ്റ് ട്യൂണിക്കിൻ്റെ കോമ്പോസിഷനിൽ ബട്ട് ഫൗണ്ട് ഇൻ mollusk shells and echinoderm skeletons. Silica, they are not found in tunics but found in the skeletons of sponges, not urochordates. So മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ ബയോകെമിക്കൽ കോമ്പോസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ട്യൂണിക്സിൻ്റെ കറക്റ്റ് ബയോകെമിക്കൽ കോമ്പോസിഷൻ എന്താണ്? സെല്ലുലോസ് ആണ്. ദ ഓപ്ഷൻ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് ബി. Let's go to the next question. The class Enteromysta within hemichordata is commonly known as. Enteromysta എന്ന് പറഞ്ഞ ഹെമികോഡറ്റയിലെ ക്ലാസ് ഏതുമായിട്ടാണ് റിലേറ്റഡ്? അക്കോൺ വേംസ്, സീ സ്ക്വേർഡ്സ്, ലാൻഡ്സ്ലൈഡ്സ്, സീ അർച്ചിൻസ്. ഓപ്ഷൻ ഈസ് അക്കോൺ വേംസ് ആണ്. ലാർവൽ ഫോമാണ് നമ്മുടെ എൻറ്ററോമ്യൂസ്റ്റ ക്ലാസ്സിൽ ലാർവൽ ഫോമാണ് അക്കോൺ വേംസ്. ബാക്കി ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം. സീ സ്ക്വേർഡ്സിൽ എന്താണ്? ദി ആർ യൂറോകോഡേറ്റ്സ്. ലാൻഡ്സ്ലെറ്റുകൾ, ദീസ് ആർ സെഫലോകോഡേറ്റ്സ്. സീ അർച്ചിൻസ്, ദീസ് ആർ എക്കൈനോഡേർംസ്. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് മനസ്സിലായല്ലോ. യൂറോകോഡറ്റുകളുടെ എക്സാമ്പിളാണ് സീ സ്ക്വിഡ്സ്, സെഫലോകോഡ്സിൻ്റെ എക്സാമ്പിളാണ് ലാൻഡ്സ്ലെറ്റ്, and sea urchins are examples for echinoderms, right? Let's go to the next question. Okay, from here we are dealing with previous year questions. Previous year questions ആണിത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണിതെല്ലാം. അപ്പോൾ നമുക്ക് ഇതുവരെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും ഡിസ്കസ് ചെയ്ത് ബേസ് ചെയ്ത് നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ, ക്വസ്റ്റ്യൻസ് എന്താണ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം അല്ലേ. മോസ്റ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളും എല്ലാം അതാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ അഡ്വാൻറ്റേജ്. ബിക്കോസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് നമ്മൾ കൂടുതൽ ഓർത്തിരിക്കും കാര്യങ്ങൾ അല്ലേ. സോ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് തന്നെ നിങ്ങൾ സോൾവ് ചെയ്ത് തന്നെ നിങ്ങൾ പോവുക. ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് പോവുക. ആൻഡ് അത് കാരണം നിങ്ങളുടെ പഠിച്ച കാര്യങ്ങൾ കുറച്ചുകൂടെ
നിങ്ങൾക്ക് എന്താണ് ഡീപ്പായിട്ട് ഓർത്തിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് പോറിഫറം? പോറിഫറയുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. കോയാനോസൈറ്റ്സ്, സ്പിക്യൂൾസ്, റേഡിയൽ സിമെട്രി, ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു കോയാനോസൈറ്റ്സ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സ്പഞ്ചസ്. എന്താണ്? ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് സെൽ വിച്ച് ഹെൽപ്സ് ഇൻ ഫിൽറ്റർ ഫീഡിങ് റൈറ്റ്. ഇറ്റ്സ് പ്രസൻറ്റ് ഇൻ സ്പഞ്ചസ്. അപ്പോൾ കോയാനോസൈറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. സോ ദിസ് ഇസ് നോട്ട് ദ കറക്റ്റ് ആൻസർ. സ്പിക്യൂൾസ്, they are structural elements found in sponges. Structural element found in sponges are spicules. So it is a characteristic feature of sponges, porifera or sponges. So that is wrong. Radial symmetry, actually they are porifera are നമ്മൾ പഠിച്ചത് എന്താണ്? asymmetrical. സോ അസിമെട്രിക്കൽ ആണ് ഫൈലം പോറിഫറയിൽ ആൾക്കാർ. സോ അതെന്താണ്? അത് റേഡിയൽ സിമെട്രി എക്സിബിറ്റ് ചെയ്യുന്നവർ അല്ല. അപ്പം ദ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ? റേഡിയൽ സിമെട്രി എന്നുള്ളതാണ് ഓപ്ഷൻ കറക്റ്റ്. ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ എന്ന സ്പഞ്ചസ് ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. അവർക്ക് 2 ജേം ലെയേഴ്സ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ഓൾസോ എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് സ്പഞ്ചസ് ഓർ പോറിഫറ, ഫൈലം പോറിഫറ. മനസ്സിലായില്ലേ? ഇതെല്ലാം നമ്മൾ ഓപ്ഷൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതല്ലേ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ. സോ വി ക്യാൻ ഗോ സ്ട്രേറ്റ് ഇൻ ടു ദ ആൻസർ, കറക്റ്റ് ആൻസർ വിച്ച് ഇസ് റേഡിയൽ സിമെട്രി. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡെമോൺസ്ട്രേറ്റ് പോളിമോർഫിസം ഇൻ നിഡറിൻസ്? നിഡറിൻസ് പോളിമോർഫിസം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ്? ഓപ്ഷൻ മെഡൂസ ആൻഡ് പോളിപ്പ്, പോളിപ്പ് ആൻഡ് ലാർവ, പ്ലാനുല ആൻഡ് പോളിപ്പ്, ഓൾ ഓഫ് ദി അബവ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കൺഫ്യൂഷൻ വരാനുള്ളൊരു എന്താണ് ഒരു ചാൻസേ ഇല്ല. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നമ്മുടെ നിഡറിൻസ് എക്സിസ്റ്റ് ഇൻ 2 ഫോംസ്, മെഡൂസ ആൻഡ് പോളിപ്സ് ആണ്. മെഡൂസ എന്താണ്? ഫ്രീ സ്വിമ്മിങ് ഫോമാണ്. ആൻഡ് പോളിപ്സുകൾ സെസൈലാണ് അല്ലേ. മെഡൂസ ആൻഡ് പോളിപ്സ്, നിഡറിൻസ് എക്സിബിറ്റ് 2 ബോഡി ഫോംസ്. മെഡൂസ is free swimming and polyp is sessile. So this is the 2 structures which exhibit polymorphism അല്ലേ. ഇനി പോളിപ്പ് ആൻഡ് ലാർവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർവൽ സ്റ്റേജ് ഓഫ് നിഡറിൻസ് എന്താണ്? പ്ലാനുലയാണ് ലാർവ അല്ലേ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് പോളിമോർഫിക് സ്ട്രക്ചേഴ്സ് അല്ല. പ്ലാനുല ആൻഡ് പോളിപ്പ്, പ്ലാനുല is the larval stage but polymorphism it refers to the existence of medusa and polyp forms അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എയിലോട്ട് എത്തുന്നതിന് വല്ല ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ. Polymorphism in Nidarians is caused due to the presence of 2 body forms which is medusa and polyp. Medusa and polyp. So the option A is correct, medusa and polyp, right? Let's go to the next previous year question. Ctenophora are distinguished from Nidaria by the presence of. Ctenophora are distinguished. അപ്പോൾ നിഡേറിയയിൽ നിന്നും സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ടീനോഫോറയ്ക്കുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? നെമാറ്റോസിസ്റ്റുകളാണോ, കോളോബ്ലാസ്റ്റുകളാണോ, കൊയാനോസൈറ്റ്സുകളാണോ, സ്പിക്യൂൾസ് ആണോ? ഈ ഓപ്ഷൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. നെമാറ്റോസിസ്റ്റ് എന്താണ്? നിഡേറിയയിലുള്ള പ്രേനെ ക്യാപ്ചർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് നെമാറ്റോസിസ്റ്റ് അല്ലേ. കോളോബ്ലാസ്റ്റ്, എക്സാക്ട്ലി കോളോബ്ലാസ്റ്റ് എന്താണ്? They are the unique adhesive cells found in ctenophores for capturing prey. Okay. Now, choanocytes they are found in porifera, not in ctenophora or nidarians. And spicules are structural elements of porifera. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. ഈ കോളോബ്ലാസ്റ്റ് സ്പെസിഫിക്കലി എടുത്ത് പഠിച്ചില്ലെങ്കിൽ ഇത് മൂന്നും പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് വഴി കറക്റ്റ് ആൻസറിലേക്ക് എത്താം അല്ലേ. സോ ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് കോളോബ്ലാസ്റ്റ്. ഇറ്റ് ഈസ് എ യുണീക് adhesive cells found in ctenophores used for capturing the prey. Okay, let's go to the next previous year question. Which of the following groups includes organism with acoelomate body plan? Acoelomate body plan ഉള്ള ആൾക്കാർ ആരൊക്കെയാണ്? acoelom ഇല്ല. Platyhelminthes, Nematoda, Annelids, mollusk അല്ലേ. ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യമുള്ളത്. സ്യൂഡോസിലോമേറ്റ് ആർക്കാണ്? ആഷ് ഹെൽമിന്തസ് ആണ്. അതിന് താഴോട്ടുള്ളവരെല്ലാവരും എസിലോമേറ്റ് ആണ്. പ്ലാറ്റി ഹെൽമിന്ത്, ആഷ് ഹെൽമിന്തസ് താഴെ വരുന്ന ഫൈലമാണ്. സോ ദേ ആർ organism with acoelomate. So answer to this question is
platyhelminthes. Explanation: platyhelminthes ആണ് flat worms include ചെയ്യുന്ന ഗ്രൂപ്പാണ്. They are acoelomates. Means acoelom എന്ന് പറഞ്ഞാൽ which lack a body cavity. Nematodes എന്ന് പറഞ്ഞാൽ ash elemental വരുന്ന round worms ആണ്. They are pseudocoelomates. Annelids segmented worms, they are coelomates. Molluscum coelomates possessing a true coelom. Okay, possessing a true coelom. Right? Okay, let's go to the next previous year question. What is the phylogenetic significance of Placozoa? Okay, Placozoa are considered, what are the options available? They are considered ancestral to all metazoans. They have complex organ systems. They are a subgroup of porifera. They are closely related to cnidarians. Okay, answer endana? Answer is A. They are considered ancestral to all metazoans. Metazoans inde primitive aayittulla oru ancestor aanu Placozoa. So ancestral to all metazoans inde explanation aanu Placozoa are simple multicellular animals thought to be basal or near the base of the metazoan lineage. Metazoan lineage inde base il varuna ancestor aanu nammade Placozoa. avada nanu metazoa undavunathu. They do not have they have a very simple body plan with no complex organ aanu. adondu complex organ systems ullathu correct avare kuriche ulla description il they subgroup of porifera alla. Placozoa are not classified within porifera. They are related to cnidarians. No, they are more primitive than cnidarians. So the correct option is first option. They are considered ancestor to all metazoans. Okay, so the correct answer to this question is this one. Placozoa is a ancestor to all metazoans, very primitive form. Next question: which of the following represents the adaptive radiation of mollusk? molluskuകളിലെ adaptive radiation represent ചെയ്യുന്നവർ ആരൊക്കെയാണ്? Sorry, yeah, which of the following represents the adaptive radiation of mollusk? First option, development of gills. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തതാണ്. development of gills for respiration അതാണോ? development of varied feeding structures like filter feeding, grazing, predation അതാണോ adaptive radiation of molluskനെ characterize ചെയ്തത്? presence of radula ആണോ? evolution of complex circulatory system ആണോ? ഇതിൽ ഏതാണ് ഓപ്ഷൻ കറക്റ്റ് വരുന്നത്? ആൻസർ ഈസ് എവല്യൂഷൻ ഓഫ് വേരിയഡ് ഫീഡിങ് സ്ട്രക്ചേഴ്സ് ആണ് അല്ലേ? ഇതാണ് നമ്മുടെ molluskuകളുടെ adaptive റേഡിയേഷന് ബേസിസ് ആയിട്ടുള്ളത്. explanation: gills, development of gills are common but not unique to mollusks മാത്രമുള്ള ഫീച്ചർ അല്ല gills. varied feeding strategies, answer ആ varied feeding strategies എങ്ങനെയാണ് correct answer ആവുന്നത്? mollusk shows extensive adaptive radiation with species adapting to different ecological niches. example herbivorous gastropods, predatory cephalopods അല്ലേ? അവരുടെ ഫീഡിങ് ഹാബിറ്റിനെ ബേസ് ചെയ്ത് തന്നെയാണ് molluskuകൾ adaptive radiation എക്സിബിറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് വൺ. റാഡുല ഈസ് പ്രസൻറ്റ്. റാഡുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡാപ്റ്റീവ് റേഡിയേഷൻ ബേസ് ചെയ്തൊരു ക്യാരക്ടർ അല്ല. ഇറ്റ് ഈസ് ആബ്സെൻറ്റ് ഇൻ ബൈവാൽസ്. ബൈവാൽസിനൊന്നും റാഡുല ഇല്ല. ആൻഡ് ഓപ്ഷൻ ഡി, കോംപ്ലക്സ് സർക്കുലേറ്ററി സിസ്റ്റം. നോട്ട് ഓൾ mollusks ഹാവ് എ കോംപ്ലക്സ് സർക്കുലേറ്ററി സിസ്റ്റം. എക്സാമ്പിൾ അവർക്ക് കൂടുതൽ ആൾക്കാർക്കും ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റമാണ് ഉള്ളത്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് വൺ ഫോർ mollusk which represent the adaptive radiation, which is the evolution of varied feeding structures like filter feeding, grazing and predation. alle filter feeding, grazing and predation, right? Okay, let's go to the next question. Sorry. Which of the following is evidence supporting the monophyly of arthropods in the monophyly? സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് തരുന്ന ഫീച്ചർ ഏതെന്നാണ്? അപ്പോൾ ആർത്രോപോഡ്സ് മോണോഫൈലറ്റിക് തിയറിയാണ് അക്സെപ്റ്റ് ചെയ്യുന്നുള്ള പറഞ്ഞല്ലോ. അപ്പോൾ ഏത് ഫീച്ചറാണ് ആർത്രോപോഡ്സിൻ്റെ മോണോഫൈലെ സെപ്പറേറ്റ് ചെയ്യുന്നത്? സോറി, എവിഡൻസ് ഏതാണ് സപ്പോർട്ട് ചെയ്യുന്നത്? പ്രസൻസ് ഓഫ് ജോയിൻറ്റഡ് അപ്പൻഡേജസ്, presence of segmented body plan, exoskeleton made of chitin, all of that. അതായത് അവരുടെ ഡിസെൻഡൻസിനും കോമൺ ആൻസസ്റ്ററിനും
കോമൺ ആയിട്ടുള്ള ഷെയർഡ് ക്യാരക്ടേഴ്സ് ഏതൊക്കെയെന്നാണ്. ആൻസർ ഈസ് ഓൾ ഓഫ് ദ അബോവ്. ഇതെല്ലാം ആർത്രോപോഡ്സിൻ്റെ മോണോഫൈലറ്റിക് ക്യാരക്ടറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്. എന്തൊക്കെയാണ്? ജോയിൻറ്റഡ് അപ്പൻഡേജസ്, ഇറ്റ് ഈസ് എ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൾ ആർത്രോപോഡ്സ്. Segmented body plan, it is all arthropods exhibit body segmentation. Exoskeleton of chitin, it is a shared characteristics of all arthropod groups. Answer is all of the above are shared characters between common ancestor and its descendants. Okay, let's go to the next question. Which of the following supports the hypothesis of polyphyly? Polyphyly support ചെയ്യുന്ന characters എന്തൊക്കെയാണ്, അല്ലെങ്കിൽ hypothesis എന്താണ്? The first one is differences in the development of body segments between crustaceans and insects, the presence of similar larval forms in different arthropod classes, homologous structures of appendages across classes, similar respiratory systems in arachnids and insects. ഇതിൽ ഏതാണ് polyphyly, arthropod polyphyly support ചെയ്യുന്ന characters? Answer is answer A, differences in the development of body segments between crustaceans and insects. Insects and crustaceans body segment development different ആണ്. അതാണ് ആർത്രോപോഡിനെ പോളിഫൈലിയിലോട്ട് ക്ലാസിഫൈ ചെയ്യാനുള്ള ഒരു റീസൺ. എക്സ്പ്ലനേഷൻ എന്താണ്? സെഗ്മെന്റ് ഡെവലപ്മെന്റ് ഡിഫറൻസസ് സജസ്റ്റ് എ പോസിബിൾ ഇൻഡിപെൻഡന്റ് എവല്യൂഷണറി പാത്ത്. പോളിഫൈലറ്റ് അതായത് കോമൺ ആൻസർ ഇല്ലാത്തൊരു എവല്യൂഷണറി പാത്ത് സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? സെഗ്മെന്റ് ഡെവലപ്മെന്റ് ആണ്. രണ്ടാമത്തേത് എന്താണ്? സിമിലർ ലാവ ഫോം. അത് പോളിഫൈലെ സെപ്പറേറ്റ് ചെയ്യുന്നതല്ല, ഇത് മോണോഫൈലെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. സിമിലർ ലാർവ ഫോംസ്. ഹോമോലോഗസ് അപ്പൻഡേജസ്, അതും സപ്പോർട്ട്സ് മോണോഫൈലെ നോട്ട് പോളിഫൈലെ. ഓക്കെ, ഹോമോലോഗസ് അപ്പൻഡേജസ് സപ്പോർട്ട്സ് മോണോഫൈലെ നമ്മൾ ഡിസ്കസ് ചെയ്തു. റെസ്പിറേറ്ററി സിസ്റ്റം സിമിലാരിറ്റി വുഡ് സജസ്റ്റ് ഷെയർഡ് ഇവല്യൂഷൻ ഒറിജിൻ ദ സപ്പോർട്ടിങ് മോണോഫൈൽ. ബാക്കി എല്ലാവരും എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും സപ്പോർട്ടിങ് മോണോഫൈൽ. ഇത് മോണോഫൈലറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണിത്. പോളിഫൈലെ സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? ഡിഫറൻസസ് ഇൻ ദ സെഗ്മെന്റ് ഡെവലപ്മെന്റ് ആണ്. സെഗ്മെന്റ് ഡെവലപ്പിംഗ് ക്രസ്റ്റേഷ്യൻസ് ഇൻസെക്ട്സ് ആണ് പോളിഫൈലിൻ ആർത്രോപോഡ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. റൈറ്റ്? Okay, next let's discuss the next question. Which class within the echinoderms shows the most diverse range of adaptive radiation? അപ്പോൾ എക്കൈനോഡേംസിലും അഡാപ്റ്റീവ് റേഡിയേഷൻ ഉണ്ട്. അതിന് ബിലോയിൽ നിന്ന് ഏതാണ് ഏറ്റവും കൂടുതൽ അഡാപ്റ്റീവ് റേഡിയേഷൻ കാണിക്കുന്ന ക്ലാസ് ഏതാണ്? The answer is Astroidae. Echinoidae, Holothuroidae, Crinoidae. The answer is Astroidae. ആസ്ട്രോയിഡിൽ എന്തൊക്കെയാണുള്ളത്? സ്റ്റാർ ഫിഷ് അല്ലെങ്കിൽ സീ സ്റ്റാർസ് വരുന്ന ഗ്രൂപ്പാണ് ആസ്ട്രോയിഡ്. ദേ ഷോ എ വൈഡ് റേഞ്ച് ഓഫ് ഫീഡിംഗ് സ്ട്രാറ്റജീസ്, ഹാബിറ്റാറ്റ്സ് ആൻഡ് അഡാപ്റ്റേഷൻ. എക്കൈനോയിഡിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? സീ അർച്ചിൻസ് ആൻഡ് സാൻഡ് ഡോളേഴ്സ്, ദേ ആർ ലെസ് ഡൈവേഴ്സ് ഇൻ ഫീഡിംഗ് സ്ട്രാറ്റജീസ്. ഹോളോതുറോയിഡിൽ വരുന്ന ആരാണ്? സീ കുക്കുംബേഴ്സ്, ദേ ആർ പ്രൈമലി ഡെട്രൈറ്റിവോഴ്സ്. ക്രിനോയിഡിൽ വരുന്ന ആരാണ്? സീ ലില്ലീസ് ആൻഡ് ഫെദർ സ്റ്റാർസ്, ദേ ആർ പ്രൈമലി സെസൈൽ ഫിൽറ്റർ ഫീഡേഴ്സ്. അപ്പോൾ ഓരോ ക്ലാസ്സിലെയും ആൾക്കാരും എൻ്റെ എക്സാമ്പിൾസും കൂടെ കിട്ടിയില്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ അഡാപ്റ്റീവ് റേഡിയേഷൻ അല്ലെങ്കിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആരാണ്? ആസ്ട്രോയിഡാണ്. ആസ്ട്രോയിഡ്. ഓക്കെ, ആൻസർ കിട്ടിയല്ലോ. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്കൈനോഡം? എക്കൈനോഡംസിൽ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടർ ഏതാണ്? ബൈലാറ്ററൽ സിമെട്രി അനാലിസിസ് തെറ്റാണ്. റേഡിയൽ സിമെട്രിയാണ് അഡൽട്ടിൽ. ബൈലാറ്ററൽ സിമെട്രി ആർക്കാണ്? ലാർവയിലാണ്. Presence of a water vascular system, it is correct. Exoskeletal made of calcium carbonate, it is also correct. Segmented body, it is not correct. അപ്പം യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഇത് കറക്റ്റാണെന്ന് കാൽഷ്യം കാർബണേറ്റുള്ള വേറെ ആൾക്കാരുണ്ട് അല്ലേ? അതുകൊണ്ട് ഇത് യുണീക്ക് ക്യാരക്ടറാണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അതായത് എക്കൈനോഡർമസിന് മാത്രമുള്ള ക്യാരക്ടർ ഈ നാല് പറഞ്ഞു നിൽക്കുന്ന നാലിൽ നിന്ന് ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പം വാട്ടർ വാസ്കുലർ സിസ്റ്റം ഉള്ള ഒരേ ഒരു ഫൈലം എന്താണ്? ഫൈലം എക്കൈനോഡേംസ് ആണ്. സോ ദ പ്രസൻസ് ഓഫ് വാട്ടർ വാസ്കുലർ സിസ്റ്റം ഈസ് ദ കറക്റ്റ് or the unique character associated with phylum Echinoderms. Phylum Echinoderms, right? Okay. Yes.
So let's go to the next question. Which of the following correctly represent the hierarchical classification? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുമായിട്ട് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ ഏതാണ് ഹൈറാർക്കി ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ഓർഡർ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മൾ പറഞ്ഞിരുന്നു, ഇത് ഡിസ്കസ് ചെയ്തതാണ്, നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്, ഇതാണ് ആ ഓർഡർ. അത് വരുന്ന ഏത് ഓപ്ഷനാണുള്ളത്? കിങ്ഡം, ക്ലാസ്, ഓർഡർ തെറ്റ്. ഫൈലം, കിങ്ഡം, ഓർഡർ, ക്ലാസ് തെറ്റ്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ ശരി. ക്ലാസ്, കിങ്ഡം, ഫൈലം, ഓർഡർ തെറ്റ്. സോ ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ. അതാണ് കറക്റ്റ് എന്താണ് hierarchy. So kingdom, phylum, class, order, family, genus and species is the correct order for hierarchical classification of biology, right? So kingdom, phylum, class, order, family, genus, species. Correct option is option C. Let's go to the next question. The concept of binomial nomenclature was proposed by, ഇത് നമ്മൾ എല്ലാവരും ഡിസ്കസ് ചെയ്തതാണ്. ആരാണ്? കാൾ ലിനേയസ്. അത് നമുക്ക് ഓപ്ഷൻ നോക്കാതെ തന്നെ എടുക്കണം, ബിക്കോസ് ഇത് വളരെ ബൈഹാർട്ടായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് അല്ലേ. കാൾ ലിനേയസ് ആണ് ബൈനോമൽ നോമൻക്ലേച്ചർ കൊണ്ടുവന്നത് അല്ലേ. അപ്പോൾ ബാക്കി ഉള്ളവരുടെ എന്താണ് ഡിസ്കവറീസ് നമുക്കറിയാം. ചാൾസ് ഡാർവിൻ എന്താണ് പറഞ്ഞത്? തിയറി ഓഫ് ഇവല്യൂഷൻ ആൻഡ് നാച്ചുറൽ സെലക്ഷൻ. ഏർണസ്റ്റ് ഹേക്കൽ എന്താണ് പറഞ്ഞത്? ഹി കോയിൻഡ് ടേം ഇക്കോളജി കോയിൻ ചെയ്തും അദ്ദേഹമാണ്. ഹി ഡെവലപ്ഡ് ബൈനോമിയൽ നോമൻക്ലേച്ചർ സിസ്റ്റം, ഏർണസ്റ്റ് ഹേക്കൽ. ഓക്കെ, സോറി തെറ്റിപ്പോയി, ഐ എം റിയലി സോറി അബൌട്ട് ഇറ്റ്. ബൈനോമിയൽ നോമൻക്ലേച്ചർ പറഞ്ഞത് ആരും നമ്മൾ പറയുകയാണ്, കാൾ ലിനേയസ് ആണ്. ഹി കോൺട്രിബ്യൂട്ടഡ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് ട്രീ ഓഫ് ലൈഫ്, 3 ഡൊമെയിൻ സിസ്റ്റം കൊണ്ടുവന്നത് അദ്ദേഹമാണ് അല്ലേ. അത് മാത്രമല്ല ടേം എക്കോളജി കോയിൻ ചെയ്തതും ഏർണസ്റ്റ് ഹേക്കലാണ്. ഹി ഡിഡ് നോട്ട് ഡെവലപ്പ് ബൈനോമിയൽ നോമൻക്ലേച്ചർ, സോറി. അപ്പം ബൈനോമിയൽ നോമൻക്ലേച്ചർ ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ട് ആ ഓപ്ഷൻ അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ആ ഓപ്ഷൻ അല്ല. ഗ്രിഗർ മെൻഡൽ എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഹി ഈസ് എ ഫാദർ ഓഫ് ജെനറ്റിക്സ് ബിക്കോസ് ഓഫ് എന്താണ് ഇൻഹെറിറ്റൻസ് പാറ്റേൺ ഇൻ പീ പ്ലാന്റ്സ് ചെയ്തത് ഗ്രിഗർ മെൻഡലാണ്. So he is also not related to binomial nomenclature system. So the answer is Carl Linnaeus. Carl Linnaeus, right? Okay, which of the following is an example of a taxonomic key? Taxonomic key വളരെ എന്താണ് എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഡൈക്കോട്ടമസ് കീ അല്ലേ. കറക്റ്റ് ആൻസർ ഇസ് ഡൈക്കോട്ടമസ് കീ. അപ്പം ബാക്കി ഓപ്ഷൻ ഫ്ലോ ചാർട്ട് എന്താണ്? ഫ്ലോ ചാർട്ട് ഇസ് നോട്ട് സ്പെസിഫിക് ഫോർ ടാക്സോണമി. ഫൈലോജനിക് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു ഐഡൻറ്റിഫൈ എവല്യൂഷൻ ഓർഗാനിസമാണ്, എവല്യൂഷൻ റിലേഷൻഷിപ്പാണ്. ഇറ്റ് ഇസ് നോട്ട് ടാക്സോണമിക് കീ ആണ് റിലേറ്റഡ് അല്ല. ഫുഡ് വെബ് എന്താണ്? ഫുഡ് വെബ് ഇല്ലിസ്ട്രേറ്റ് ഫീഡിങ് റിലേഷൻഷിപ്പാണ്, അതുമായിട്ട് ഇക്കോളജിയായിട്ട് റിലേറ്റഡ് ആയ ഒരു ടേമാണ് ഫുഡ് വെബ്. ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ടാക്സോണമി, റൈറ്റ്? ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ടാക്സോണമി. സോ ദ ആൻസർ ഈസ് ഡൈക്കോട്ടമസ് കീസ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is not considered a major domain? Domain അല്ലാത്ത അല്ലേ. കിങ്ഡം മുനീറെ ഡൊമെയിൻ അല്ലാത്ത ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഡൊമെയിൻ അല്ലാത്ത ആർക്കി ഒരു ഡൊമെയിനാണ് അല്ലേ. യൂക്കാരി ഒരു ഡൊമെയിനാണ്. ബാക്ടീരിയ ഒരു ഡൊമെയിനാണ്. അതല്ലാത്ത ആരാണ്? പ്രൊട്ടിസ്റ്റ കിങ്ഡമാണ്. പ്രൊട്ടിസ്റ്റ ഇസ് എ കിങ്ഡം, റൈറ്റ്? സോ ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി, കിങ്ഡം പ്രൊട്ടിസ്റ്റ. എക്സ്പ്ലനേഷൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇറ്റ്സ് വെരി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ 3 ഡൊമൈനുകളിൽ ഒരാളാണ് ബാക്ടീരിയ. ദേ ആർ prokaryotic മൈക്രോ ഓർഗാനിസംസ്. ആർക്കി ഈസ് അനദർ ഡൊമൈൻ ഓഫ് ലൈഫ്. ദേ ഹാവ് prokaryotic organisms that are distinct from that of bacteria. Eukarya is a third domain which include all eukaryotic organisms such as plants, animals, fungi and protists. Protista is a recognized kingdom under domain eukarya. It is not a domain itself. ഡൊമൈനുകൾ എന്താണ്? ഡൊമൈനുകൾ ബാക്ടീരിയ, ആർക്കി, യൂക്കാരിയ ആണ്. പ്രൊട്ടിസ്റ്റ ആണ് അല്ലാത്തത്. ദാറ്റ് ഇസ് എ കിങ്ഡം. ദാറ്റ് ഇസ് എ കിങ്ഡം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് കോഡ് റെഗുലേറ്റ്സ് നോമൻക്ലേച്ചർ ഓഫ് അനിമൽ സ്പീഷീസ്? നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ദാറ്റ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് അല്ലേ. അനിമൽ സ്പീഷീസിൻ്റെ നോമൻക്ലേച്ചറിന് ആരാണ്? ICZN, ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സിയോളജിക്കൽ നോമൻക്ലേച്ചർ. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതായതുകൊണ്ട് ഞാൻ ബാക്കി ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത ഓരോരോ ഓപ്ഷൻസ് അത് നോക്കി പഠിച്ചാൽ മതി. സോ അനിമൽസിന് നോമൻക്ലേച്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കോഡ് അല്ലെങ്കിൽ ആരാണ്? ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ, റൈറ്റ്? Okay, which modern taxonomic trend involves analyzing chemical compounds? അല്ലേ,
സിമ്പിൾ അല്ലേ? ഏതാണ്? കീമോ ടാക്സോണമി, കെമിക്കൽ കോമ്പൗണ്ട്സ്. ഇതും ഒത്തിരി പ്രാവശ്യം ഡിസ്കസ് ചെയ്തത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലേ, വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, മോളിക്കുലർ ടാക്സോണമി എന്ന് പറഞ്ഞാൽ ജനറ്റിക് ഇൻഫർമേഷൻ, സൈറ്റോ ടാക്സോണമി ക്രോമോസോം സ്ട്രക്ചർ, ന്യൂമറിക്കൽ ടാക്സോണമി സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് യൂസിങ് ന്യൂമറിക്സ്. അപ്പോൾ കീമോ ടാക്സോണമിയാണ് കെമിക്കൽ കോമ്പോസിഷൻ. സിമ്പിൾ അല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What does molecular barcoding primarily used to identify species? അത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ജനറ്റിക് സീക്വൻസസ് നമ്മൾ പറഞ്ഞു അല്ലേ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല, DNA സീക്വൻസസ് ഓഫ് സ്പെസിഫിക് ജനറ്റിക് മാർക്കേഴ്സ്. ശരിയാണ്, ജനറ്റിക് സീക്വൻസസിന് ഒരു വേറെ രീതിയിൽ കൊടുത്തേക്കുന്നതേ ഉള്ളൂ അല്ലേ. കെമിക്കൽ അനാലിസിസ് അല്ല, ക്രോമോസോം ബാൻഡിങ് പാറ്റേൺസ് അല്ല. So the answer is B. DNA sequences of specific genetic markers is used for barcoding. അല്ലേ? ഫിസിക്കൽ ക്യാരക്ടേഴ്സ് ഏത് ടാക്സോണമിയായിട്ട് റിലേറ്റഡ് ആണ്? ട്രഡീഷണൽ ടാക്സോണമിയായിട്ട് റിലേറ്റഡ് ആണ്. കെമിക്കൽ അനാലിസിസ് ആണെങ്കിൽ കീമോ ടാക്സോണമിയായിട്ട് റിലേറ്റഡ് ആണ്. ക്രോമോസോം ബാൻഡിങ് ആണെങ്കിലോ സൈറ്റോ ടാക്സോണമിയായിട്ട് റിലേറ്റഡ് ആണ്. റൈറ്റ്? സോ ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് ബി. DNA sequences of specific genetic markers. ഓക്കെ, ദ നെക്സ്റ്റ് നമുക്ക് ബാക്കി ടോപ്പിക്കുകൾ പഠിച്ചതിന് ശേഷം ഇതുപോലൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ വരാം. അപ്പോൾ നമുക്ക് പഠിച്ചത് റിവൈസ് ചെയ്യുകയും ചെയ്യാം, ഓർത്ത് റിമെമ്പർ ചെയ്യാനുള്ളൊരു ബെസ്റ്റ് ടെക്നിക്കാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കും ക്ലാസ്സും കൂടെ ആകുമ്പോൾ ഏകദേശം കംപ്ലീറ്റ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാം. Thank you.